ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൈലത്തിന്റെ അല്ല ഫിസിക്സിന്റെ മനയിലേക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. എല്ലാവരും റെഡിയാണ്, എല്ലാവരും ഉഷാറാണ്. നാളത്തെ എക്സാം നമ്മളിതാ തകർത്തെടുക്കാൻ പോവുകയാണ്, പൊളിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മളിതാ ഉഷാറായിട്ട് പഠിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും റെഡി ആണെങ്കിൽ, നിങ്ങളെല്ലാം സെറ്റ് ആണെങ്കിൽ നാളത്തെ എക്സാം നമ്മളിതാ കൈക്കുമ്പിളിൽ ഒതുക്കാൻ പോവുകയാണ് മക്കളെ. നമ്മുടെ കൈക്കുമ്പിളിൽ ഇതാ ഒതുക്കാൻ പോവുകയാണ്. റെഡിയാണോ? എല്ലാവരും ഉഷാറാണെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ ഫയർ ഇമോജി ഇട്ട് ഒന്ന് ആവേശമാക്കട. റെഡിയല്ലേ? യെസ്, നമ്മളിന്ന് 14 ചാപ്റ്റേഴ്സ് ആണ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മുഴുവൻ കൺസെപ്റ്റും മുഴുവൻ ഡെറിവേഷനും അതേപോലെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുമായിട്ടാണ് ഇതാ സൈലത്തിന്റെ ഫിസിക്സ് ടീം ഇവിടെ അണിനിരന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉഷാറാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരെയും നമ്മുടെ ലൈവിലോട്ട് കൊണ്ടുവരിക, എല്ലാ മക്കളെയും നമ്മുടെ ലൈവിലോട്ട് കൊണ്ടുവരിക. നമുക്ക് ഉഷാറായിട്ട് പഠിക്കാം, സൈലത്തിന്റെ ഒപ്പം നിന്ന് പഠിക്കാം. എല്ലാവരും റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് മാക്സിമം ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ജസീലം കോയ എന്നടിച്ച് എന്നെ കിട്ടുന്നതായിരിക്കും, മെൻഷൻ ചെയ്യുക, ഞാൻ റിമെൻഷൻ അടിക്കുന്നതായിരിക്കും. യെസ്, ഞാൻ ഒരു സ്ക്രീൻഷോട്ടിന് പോസ്റ്റ് തരാം. റെഡി അല്ലേ മക്കളെ? ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം, മാക്സിമം ഷെയർ ചെയ്യുക, തിരിച്ചു വരിക, എന്നിട്ട് നമുക്ക് തുടങ്ങാം. 1 1 1 എന്ന് പറഞ്ഞ് തുടങ്ങാം. റെഡി? യെസ്. യെസ്, അപ്പോൾ മക്കളെ ആർക്കും ടെൻഷൻ വേണ്ട. ഒന്നാമത്തെ കാര്യം, ടെൻഷൻ ഒരു കാര്യമില്ല. നന്നായിട്ട് കൂളായിട്ടിരുന്ന് എൻജോയ് ചെയ്ത് പഠിക്കുക. ഞങ്ങളുണ്ട്, സൈലത്തിലെ ഫിസിക്സ് ടീം നിങ്ങളുടെ കൂടെയുണ്ട്. നാളത്തെ എക്സാം എളുപ്പമാക്കാൻ റെഡി ആണെങ്കിൽ, എല്ലാവരും ഉഷാറാണെങ്കിൽ, ലൈക്ക് ചെയ്യാത്ത എല്ലാ മക്കളും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ. ഇതൊന്നും പോരാ, ഇതൊന്നുമല്ല നമ്മുടെ കൗണ്ട്, നമുക്ക് ഇതിനേക്കാളും കൗണ്ട് വേണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം ഷെയർ ചെയ്യണം. മാക്സിമം ഷെയർ ചെയ്തേ മതിയാകൂ. കാരണം ഞങ്ങളിവിടെ എപ്പോൾ തീരുമെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കൊരു ഐ തിങ്ക് ഒരു 7 മണി 8 മണിക്കൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ കൂടെ ഇരുന്ന് പഠിച്ചോളുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു അവസരം കിട്ടില്ല. ലാസ്റ്റ് ചാൻസ് ആണ്. ലാസ്റ്റ് ചാൻസിനെ ബെറ്റർ ആക്കി മാറ്റാൻ നിങ്ങൾ സൈലത്തിന് കൂടെ നിൽക്കുക. കമൻറ്റ് ബോക്സിൽ ആക്റ്റീവ് ആകുക. ചോദ്യങ്ങൾക്ക് ഉത്തരം പടക്കേയും പറഞ്ഞ് ചാറ്റ് ബോക്സിൽ പറയണം. റെഡി? നമുക്ക് തുടങ്ങാം. യെസ്, ഇതാ നമ്മൾ ആരംഭിക്കാൻ പോകുന്നു. ഇതാ നമ്മൾ ആ തിയറിയൊക്കെ പഠിപ്പിക്കും, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്നാണ് നമ്മളിതാ നമ്മുടെ അംഗം കുറിക്കാൻ പോകുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എടാ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനകത്ത് മെയിൻലി നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എല്ലാ മക്കളും പഠിച്ചിട്ട് പോകേണ്ടതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ലെൻസസ് ലോ വെച്ച് ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പിനകത്തുണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ മിക്കപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അതേപോലെ മോഷണൽ EMF, അതേപോലെ തന്നെ നമ്മുടെ സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇത്രയും കാര്യങ്ങൾ, പിന്നെ AC ജനറേറ്റർ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഈ ചാപ്റ്റർ നമ്മൾ സെറ്റാക്കും, അട്ടിപ്പൊളിയാക്കുന്നതായിരിക്കും. എങ്കിലിതാ നമ്മൾ ആരംഭിക്കാൻ പോകുന്നു, നമ്മൾ തുടങ്ങാൻ പോകുന്നു ഫസ്റ്റ് ടോപ്പിക്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? മാഗ്നറ്റിക് ഫ്ലെക്സിൽ നിന്നാണ്. എന്താണ് മക്കളെ ഈ മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്? എടാ, ഒരു ഗിവൻ ഏരിയയിലൂടെ നോർമലായിട്ട് കടന്നു പോകുന്ന ഫ്ലെക്സ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്. എൻ്റെ കയ്യിലൊരു ഏരിയയുണ്ട്. ഈ ഏരിയയിൽ ഇതിൻ്റെ ഏരിയ വെക്ടർ എപ്പോഴും ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇതുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ മക്കളെ ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാ പിടിച്ചോ. ഇതിൻ്റെ ടോട്ടൽ ഏരിയ A ആണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ ആണ് BA cos തീറ്റ. എന്താണ് മക്കളെ ഇക്വേഷൻ? BA cos തീറ്റ. മാഗ്നറ്റിക് ഫ്ലെക്സ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് മാഗ്നറ്റിക് ഫ്ലെക്സ് BA cos തീറ്റ. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബറാണ്. വെബർ. അതേപോലെ തന്നെ അതിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ് ടെസ്ല മീറ്റർ സ്ക്വയർ. മക്കളെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്താണ്? ടെസ്ലയാണ്. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഫ്ലെക്സിൻ്റെ യൂണിറ്റ് ടെസ്ല മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ഇന്ന് പഠിപ്പിക്കുന്നത് മാത്രം പഠിച്ചാൽ മതി. റെഡിയല്ലേ മക്കളെ? യെസ്, എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്തത് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് മക്കളെ ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മളോട് പറയുന്നത്? ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലെക്സ്, ആ ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആ കോയിൽ ഒരു EMF ഉണ്ടാവും. ദാറ്റ് ഈസ് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ് ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. ഇതിനാണ് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന EMF
The induced EMF, ഇവിടെ ഉണ്ടാകുന്ന EMF എന്തിന് ഈക്വൽ ആയിരിക്കും? The induced EMF is equal to the magnitude of induced EMF is equal to, മക്കളെ നമ്മളോട് പറഞ്ഞത് എന്താണ് EMF is equal to the rate of change of magnetic flux d phi by dt. ഇതാണ് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു പ്രാവശ്യം എക്സാമിന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ എൻ്റെ മക്കൾ എഴുതി വെക്കുക, the induced EMF is equal to the rate of change of magnetic flux. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചു EMFും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെയും ഗ്രാഫ് ചോദിച്ചു. ആ ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ, കാരണം EMF is proportional to d phi by dt ആണ്. പ്രപ്പോർഷണാലിറ്റി എവിടെ വന്നോ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് EMF വേഴ്സസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഗ്രാഫ് വരക്കുക. മക്കളെ എഴുതി വെച്ചോ, CBSE ബോർഡ് എക്സാമിന് ഏതെങ്കിലും ഒരു ഗ്രാഫ് ഉറപ്പായും നിങ്ങളോട് ചോദിച്ചിരിക്കും. ഏതെങ്കിലും ഗ്രാഫ് ഉറപ്പായും ചോദിച്ചിരിക്കും. ഗ്രാഫ് വരക്കാനുള്ള തന്ത്രങ്ങളൊക്കെ നമ്മൾ ഉടനീളം ഓരോ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതായിരിക്കും. ശ്രദ്ധിച്ചിരിക്കുക, ഉഷാറായിട്ടിരിക്കുക. ലൈക്ക് ചെയ്യാത്ത കുറേ മക്കൾ ഇവിടെ ഉണ്ട്. ഇത്രയും ആവേശപരമായി ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ലൈക്ക് ഇല്ലെങ്കിൽ പിന്നെ അതിനൊരു അന്തസ്സ് കാണത്തില്ല മക്കളെ. അതേപോലെ തന്നെ ഷെയർ ചെയ്ത ആദ്യം നിങ്ങളുടെ ടാസ്ക് എന്ന് പറഞ്ഞ് 2000 വീക്കോണിലോട്ട് എത്തിക്കുക. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. റെഡി യെസ്. എങ്കിൽ ഇക്വേഷൻ n നമ്പർ ഓഫ് ടേൺ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം EMF എന്ന് പറയുന്നത് n × d phi by dt ആണ്. ചില കുട്ടികൾ മൈനസ് എന്ന് പറയുന്നുണ്ട്. ഞാൻ മാഗ്നിറ്റ്യൂഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആരാണ് ഈ മൈനസ് കൊണ്ടുവന്നത്? സ്വന്തം ലെൻസസ് ആണ്. അതിന് മുന്നോടിയായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നു. ഇതാ 2022 CBSEയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനൊക്കെ വായിച്ച് നിങ്ങൾ ഭ്രാന്ത് പിടിക്കും. എൻ്റെ അമ്മോ, ഇതെന്താണ് ഈ സംഗതി, എന്താണ് ഈ സാധനം, അയ്യോ സാറേ മനസ്സിലാകുന്നില്ല. ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കുക. എൻ്റെ കയ്യിൽ ഒരു റെക്റ്റാങ്കുലാർ, ഒരു സ്ക്വയർ, ഒരു സർക്കുലാർ, അതുപോലെ എലിപ്റ്റിക്കൽ ഷേപ്പ് ഉണ്ട്. ഇവന്മാരെല്ലാവരും ഇരിക്കുന്ന XY പ്ലെയിനിലാണ്. സർക്കുലാർ ഉണ്ട്, എലിപ്റ്റിക്കൽ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, അതേപോലെ എന്തുണ്ട് മക്കളെ, സ്ക്വയറും ഉണ്ട്. ഇതിരിക്കുന്നത് എവിടെയാണ്? ഒരു XY പ്ലെയിനിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവന്മാരിരിക്കുന്നത് ഒരു XY പ്ലെയിനിലാണ് ഇവനിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യിക്കുന്നു മക്കളെ? മൂവ് ചെയ്യിക്കുന്നു. അതിനെ മൂവ് ചെയ്യിക്കുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്, VI ക്യാപ്പ് ആണ്. I ക്യാപ്പ് എന്ന് പറയുന്നത് ഇവന്മാരെല്ലാവരും മൂവ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് X ആക്കാം, ഇവിടെ നമുക്ക് Y ആക്കാം. യെസ്, ഇവിടെ നമുക്ക് Y, ഇവിടെ നമുക്ക് X. ഇവന്മാരെല്ലാവരെയും ഞാൻ മൂവ് ചെയ്യിക്കുകയാണ്. ഞാൻ മൂവ് ചെയ്യിക്കുന്നു ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്താണ്? I ക്യാപ്പ്. I ക്യാപ്പ് എന്ന് വെച്ചാൽ X ഡയറക്ഷനിലോട്ട് ഞാൻ ഇവന്മാരെ മൂവ് ചെയ്യിക്കുകയാണ്. എന്നിട്ട് എങ്ങോട്ടാണ് മൂവ് ചെയ്യിക്കുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? നെഗറ്റീവ് Z ഡയറക്ഷൻ. നെഗറ്റീവ് Z ഡയറക്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ പ്ലെയിൻ്റെ അകത്തോട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്രോസ് ഉപയോഗിച്ചാണ്. ഇങ്ങനെ ക്രോസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാണ്. യെസ്, ക്രോസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ നെഗറ്റീവ് ഡയറക്ഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 4 ആൾക്കാരെയും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ട് കൊണ്ടുപോകുന്നു. ഔട്ട് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF വിൽ നോട്ട് റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ലാത്ത കേസ് ഏതൊക്കെയാണ്? ബുദ്ധിയുള്ളവർ ഇപ്പോൾ പറയും. ക്വസ്റ്റ്യൻ ഇതാണ്, എൻ്റെ കയ്യിൽ 4 ഷേപ്പ് ഉണ്ട്, സർക്കിള്, എലിപ്സ്, റെക്റ്റാങ്കുലർ, സ്ക്വയറാണ്. ഇവന്മാർ ഞാൻ XY പ്ലെയിനിൽ വെച്ചിരിക്കുന്നു, കാണുന്നുണ്ട്. ഇവന്മാർ ഞാൻ എങ്ങോട്ട് മൂവ് ചെയ്യിക്കുന്നു? X ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യിക്കുന്നു. ഞാൻ മൂവ് ചെയ്യിക്കുന്നു. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എങ്ങോട്ടേക്കാണ്? നെഗറ്റീവ് Z ഡയറക്ഷൻ, ഇൻ ടു ദ പ്ലെയിൻ ആണ്. എങ്കിൽ നമ്മളോട് ചോദിക്കുന്നു, ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പുറത്തോട്ട് നമ്മൾ ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്തൊരു EMF ഉണ്ടാകും, ഉറപ്പാണ് EMF ഉണ്ടായിരിക്കും. എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എവിടേക്കാണ് EMF കോൺസ്റ്റന്റ് അല്ലാത്തത്? ഇങ്ങനെ നോക്കിയാൽ മതി. നിങ്ങൾ റെക്റ്റാങ്കിളും അതേപോലെ സ്ക്വയറും എടുത്തു കഴിഞ്ഞാൽ ഇവന്മാരുടെ എല്ലാം എന്താണ്? ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ഗിവൺ ഏരിയ മാത്രമേ പുറത്തു പോകൂ. അല്ലേടാ, എനിക്ക് ഒരു സെക്കൻഡിൽ ഇത്ര ഏരിയ ആണെങ്കിൽ അടുത്ത സെക്കൻഡിൽ അത്ര ഏരിയ, അടുത്ത സെക്കൻഡിൽ അത്ര ഏരിയ, അടുത്ത സെക്കൻഡിൽ അത്ര ഏരിയ. സ്ക്വയർ ആണെങ്കിലും അങ്ങനെ തന്നെ സെയിം ഏരിയ ആണ് പോകുന്നത്. ഇനിയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കുക മക്കളെ, എലിപ്സ് ആയിക്കോട്ടെ, സർക്കിൾ ആയിക്കോട്ടെ, അങ്ങനെ ഒരു പർട്ടിക്കുലർ ഏരിയ പോകില്ല. ഏരിയ കൂടി കുറഞ്ഞു വരും. എങ്കിൽ നിങ്ങൾ പറ, എവിടെയൊക്കെയാണ് മക്കളെ, എവിടെയൊക്കെയാണ് EMF കോൺസ്റ്റന്റ് അല്ലാത്തത്? ഒന്ന് പറഞ്ഞേ കുഞ്ഞുങ്ങളെ, എവിടെയൊക്കെയാണ്? യെസ്, എലിപ്സിലും അതേപോലെ തന്നെ സർക്കിളിലും. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണോടാ?
സി ആണോ അല്ല സർക്കിളും എലിപ്സും. കാരണം സർക്കിളും എലിപ്സും നമ്മളിങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഏരിയ ആണ് പുറത്തോട്ട് പോകുന്നത്. ആദ്യം ഏരിയ കുറവാണ്, പിന്നെ ഏരിയ കൂടി വരും, പിന്നെ ഏരിയ കുറഞ്ഞു വരും. എലിപ്സ് ആണെങ്കിൽ അതേ അവസ്ഥ തന്നെ, ആദ്യം കുറച്ച് ഏരിയ മാത്രമേ പുറത്തോട്ട് പോകത്തുള്ളൂ, പിന്നെ ഏരിയ കൂടി വരും, പിന്നെ ഏരിയ കുറഞ്ഞു വരും. അപ്പോൾ എലിപ്സിലും സർക്കിളിലും EMF കോൺസ്റ്റന്റ് അല്ല. റെഡിയാണോ മക്കളെ? റെഡിയാണോ? യെസ്, ഉഷാറല്ലേ? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഇതാ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ദ EMF ഇൻഡ്യൂസ് ഇൻ ദ കോയിൽ ഡസ് നോട്ട് ഡിപ്പെൻഡ്. ഈ താഴെ തന്നിരിക്കുന്നതിനകത്ത് EMFനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാർ ആരൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ് EMFനെ ഡിപ്പെൻഡ് ചെയ്യും, നമുക്കറിയാവുന്നതാണ്. റെസിസ്റ്റൻസ് ഓഫ് ദി കോയിൽ EMFനെ ഡിപ്പെൻഡ് ചെയ്യും, നമുക്കറിയാം. അല്ലല്ല, അതവിടെ നിൽക്കട്ടെ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്കറിയാം. EMF ഈസ് ഈക്വൽ ടു മൈനസ്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് EMF ഈസ് ഈക്വൽ ടു n × dφ/dt ആണ്. അപ്പോൾ EMF ഫ്ലെക്സിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? പറയൂ കുഞ്ഞുങ്ങളെ. ആരെയാടാ? റെസിസ്റ്റൻസ് ഓഫ് ദി കോയിലിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. മനോഹരനായ അന്തസ്സുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. 2014 CBSEയിലെ ഒരു ക്വസ്റ്റ്യനോട് നമുക്ക് കടക്കാം. 2014 CBSEയിലെ ഒരു ക്വസ്റ്റ്യൻ. എടാ മക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ ഇക്വേഷനകത്ത് റെസിസ്റ്റൻസിന് ടൈമില്ല, പക്ഷേ ഇൻഡ്യൂസ്ഡ് കറണ്ട് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓർക്കുക, ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണെങ്കിൽ അത് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം നമുക്കറിയാം EMFന് മാറ്റമൊന്നും ഉണ്ടാകില്ല, പക്ഷെ നമുക്കറിയാം I = V/R ആണ്. റെസിസ്റ്റൻസ് മാറിയാൽ EMF എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. റെസിസ്റ്റൻസ് മാറിയാൽ നമുക്കറിയാം കറണ്ടിന് മാറ്റമുണ്ടാകും. ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണെങ്കിൽ റെസിസ്റ്റൻസ് വേരി ചെയ്യും. ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണെങ്കിൽ അത് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. മനസ്സിലായോടാ മക്കളെ? യെസ്. ഓക്കെ, അപ്പോൾ 1700 ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് 2000 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. അതേപോലെ തന്നെ ലൈക്ക്, നിതിൻ സാറേ എത്ര ലൈക്ക് വേണം? നമുക്ക് 2K ലൈക്ക് ഇനിഷ്യലി വേണമെന്നാണ് നിതിൻ സാർ പറഞ്ഞാൽ. നിതിൻ സാർ അടുത്ത ചാപ്റ്ററോട് കയറത്തില്ല. അത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ സാറേ, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നതാണ്. നമുക്ക് അടുത്തിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 2024. നല്ല അന്തസ്സുള്ള ക്വസ്റ്റ്യൻ, പിന്നെയും അന്തസ്സുള്ള ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ലെൻസസ് ലോ സ്റ്റേറ്റ് ചെയ്യുക. ഗിവ് വൺ എക്സാമ്പിൾ ഓഫ് ഇലിസ്ട്രേറ്റ് ദി ലോ. ലെൻസസ് ലോ ഇസ് കൺസിക്വൻസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ജസ്റ്റിഫൈ യുവർ സ്റ്റേറ്റ്മെന്റ്. മക്കളെ, നമ്മൾ മുഴുവൻ ടോപ്പിക്കും പഠിപ്പിക്കുന്നതായിരിക്കും. മുഴുവൻ ഡെറിവേഷൻ അല്ലേ സാറേ? നമ്മൾ മുഴുവൻ ഡെറിവേഷനും ഇന്ന് പഠിപ്പിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ കൂടെ കൂടിക്കോ, സിമ്പിളാക്കി കയ്യിൽ തരാം. അപ്പോൾ ലെൻസസ് ലോ നമുക്ക് പഠിക്കാം. 2014 CBSEയിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലെൻസസ് ലോ എന്താണ് നമുക്കൊന്ന് പഠിച്ചിട്ട് വരാം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ലെൻസസ് ലോ തന്നെയാണ്. നെക്സ്റ്റ് ടോപ്പിക്കും ലെൻസസ് ലോ തന്നെയാണ്. എടാ മക്കളെ, ശ്രദ്ധിക്കടാ മക്കളെ. ലെൻസസ് ലോ എന്താണ് നമ്മളോട് പറയുന്നത്? എടാ, ഒരു കണ്ടക്ടർ അതല്ലെങ്കിൽ ഒരു കോയിലിനകത്ത് ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF എപ്പോഴും എന്ത് ചെയ്യും? അതുണ്ടാക്കിയവന് ഒപ്പോസ് ചെയ്യും. The induced EMF always opposes the cause of production. ആരാണോ EMF, ഞാനിപ്പോൾ അങ്ങോട്ട് പോയപ്പോഴാണ് EMF ഉണ്ടായെങ്കിൽ ആ ഉണ്ടായ EMFനെ ഒപ്പോസ് ചെയ്യും. The induced EMF always opposes the cause of production. ആരാണോ EMFനെ ഉണ്ടാക്കിയത് ആ ചെങ്ങായിനെ ഒപ്പോസ് ചെയ്യും. എങ്കിൽ നമുക്ക് ഫാരഡേ ലോയിനെ ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതിക്കൂടെ? ഫാരഡേ ലോ ഈസ് ഈക്വൽ ടു, മക്കളെ നിങ്ങളെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇക്വേഷൻ? മൈനസ് എന്ത് വരും മക്കളെ? dφ/dt. അപ്പോൾ ആക്ച്വലി മൈനസിന് കാരണക്കാരൻ ആരാണ്? നമ്മുടെ സ്വന്തം ലെൻസസ് ആണ് പറഞ്ഞത് ഇൻഡ്യൂസ്ഡ് EMF ആൾവേസ് ഒപ്പോസസ്. ആ ഒപ്പോസിഷനെ കാണിക്കാനാണ് നമ്മൾ നെഗറ്റീവ് ഇടുന്നത്, -dφ/dt. എങ്കിൽ ലെൻസസ് ലോയുടെ എക്സ്പ്ലനേഷൻ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗീവ് വൺ എക്സാമ്പിൾ ഇലിസ്ട്രേറ്റ് ദിസ് ലോ. എടാ, ഒന്നല്ല 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഈ ഒരു സ്ലൈഡ് മൊത്തം ഈ സ്ലൈഡ് ഇതേപോലെ ഫസ്റ്റിലത്തെ ഇതേപോലെ എഴുതുക. ലെൻസസ് ലോ, ദ ഇൻഡ്യൂസ്ഡ് EMF ഇസ് ആൾവേസ് ഒപ്പോസസ് കോസ് ഓഫ് പ്രൊഡക്ഷൻ. എന്നിട്ട് ഈ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് EMF ഒപ്പോസസ് കോസ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങൾ അങ്ങ് എഴുതി വെക്കുക. മലയാളത്തിലല്ല, ഇംഗ്ലീഷിൽ തന്നെ. റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേടാ? ഇനി ലെൻസസ് ലോയുടെ എക്സ്പ്ലനേഷനാണ്. മക്കളെ, ലെൻസസ് ലോ നമുക്ക് 2 കാര്യങ്ങളാണ് തരുന്നത്. എന്താണ്? ഒന്നാമത്തത് എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് തരുന്നു.
രണ്ടാമത് നമുക്ക് തരുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ ഈ എക്സ്പ്ലനേഷൻ ഒന്ന് വായിച്ച് നോക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ എക്സ്പ്ലനേഷനിൽ എന്താണ് നടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അത് നിങ്ങളുടെ സ്വന്തമായ രീതിയിൽ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ പോയിന്റുകൾ തന്നെ എഴുതി വെക്കണം നിർബന്ധമില്ല. എഴുതി വെച്ചാൽ ദാറ്റ്സ് ബെറ്റർ. നിങ്ങൾ മനസ്സിലാക്കിയ സാധനം എഴുതി വെച്ചാൽ മതി. നമുക്ക് നോക്കിയാലോ മക്കളെ? നോക്കണം. ലെൻസസ് ലോ പറയുന്നത് നോക്കാം. ഇവിടെ എൻ്റെ കയ്യിലൊരു കോയിലുണ്ട്. ഈ കോയിലിൻ്റെ അടുത്തോട്ട് ഞാനൊരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ കോയിലിനകത്ത് എന്തുണ്ടാകും മക്കളെ? ഒരു കറണ്ട് ഉണ്ടാകത്തില്ലേടാ. ഈ കറണ്ട് ഈ മാഗ്നറ്റിനെ എന്ത് ചെയ്യണം? ഒപ്പോസ് ചെയ്യണം അല്ലേ? ഇത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൾവേസ് ഒപ്പോസസ് ദ കോസ് ഓഫ് റിഡക്ഷൻ. മാഗ്നറ്റ് അകത്തോട്ട് വരുന്നതുകൊണ്ടാണ് ഇ എം എഫ് ഉണ്ടായത്. ആ ഇ എം എഫ് ഉണ്ടാക്കുന്ന ആ കറണ്ട് ഇതിനെന്ത് ചെയ്യണം? ഒപ്പോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഈ കറണ്ട് ഈ മാഗ്നറ്റിനെ ഒപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കറണ്ട് ഉണ്ടാക്കുന്ന പൊളാരിറ്റി എന്തായിരിക്കണം? നമുക്കറിയാം കറണ്ട് ക്യാരിങ് കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഈ കറണ്ട് ക്യാരിങ് കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കണം മക്കളെ? നോർത്ത് ആയിരിക്കണം. അപ്പോൾ നോർത്താണ് വരുന്നതെങ്കിൽ ഇവിടെ എന്ത് തന്നെയായിരിക്കും? നോർത്ത് തന്നെയായിരിക്കും. എന്നിട്ട് നിങ്ങൾ ഇവിടെ എന്ത് വരച്ച് വെക്കുക? എന്ന് വരച്ച് വെക്കുക. ഈ രണ്ടറ്റവും ഒരു ആരോ മാർക്ക് മാത്രം കൊടുത്താൽ മതി. നോർത്താണ് വരുന്നതെങ്കിൽ കറണ്ട് പോകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. നോർത്തിലുള്ള ആൻറ്റി, എവിടെയുള്ള ആൻറ്റിയാണ്? നോർത്തിലുള്ള ആൻറ്റി. നോർത്തിലുള്ള ആൻറ്റി. ഇപ്പോൾ നോർത്തിലുള്ള ആൻറ്റി ഭയങ്കര ഫേമസ് ആണ് അല്ലേ നിതിൻ സാറേ? നോർത്തിലുള്ള ആൻറ്റി ഭയങ്കര ഫേമസ് ആണ്. നിതിൻ സാറിന് ഓർത്താൽ മതി, നിതിൻ സാറിൻ്റെ എന്നാണ്. അപ്പോൾ നിതിൻ സാറിൻ്റെ എന്നാണ്. അപ്പോൾ നിതിൻ സാറിൻ്റെ എന്നാണ് എവിടുത്തുള്ള ആൻറ്റിയാണ്? നിതിൻ സാറിൻ്റെ നോർത്തിലുള്ള ആൻറ്റിയാണ്. മനസ്സിലായോ മക്കളെ? അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പൊളാരിറ്റി ആയിരിക്കും. അപ്പോൾ നോക്കിയടാ, നോർത്താണ് വരുന്നതെങ്കിൽ ഇവിടെ നോർത്ത് ഉണ്ടാകണം. എങ്കിൽ കറണ്ട് എങ്ങനെ ആയിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. മനസ്സിലായോടാ കുഞ്ഞുങ്ങളെ? മനസ്സിലായോടാ? അടുത്ത എക്സ്പ്ലനേഷൻ ഗീവ് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക? എന്തായിരുന്നു? ഗീവ് 1 എക്സാമ്പിൾ. നമ്മൾ 2 എക്സാമ്പിൾ കൊടുക്കും. ഇതാ മാഗ്നറ്റിനെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോകുന്നു. മാഗ്നറ്റിനെ പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഇ എം എഫ് ഉണ്ടായി. അപ്പോൾ പുറത്തോട്ട് പോകുന്നത് കൊണ്ടാണ് ഇ എം എഫ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ കോയിൽ പറയും, എടാ നീ പുറത്തോട്ട് പോകണ്ട, നീ ഇങ്ങോട്ട് വാടാ എന്ന് പറയും. അപ്പോൾ നോർത്ത് പുറത്തോട്ട് പോകുന്നതുകൊണ്ടാണ് ഇ എം എഫ് ഉണ്ടാകുന്നതെങ്കിൽ ഇതെന്തായിട്ട് മാറും? സൗത്തായിട്ട് മാറണം. നോർത്തിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്തിൽ എങ്ങനെയായിരിക്കും മക്കളെ? എസ് വരയ്ക്കുക. ഇവിടെ രണ്ടിടത്ത് ആരോ ഇടുക. ദിസ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദാറ്റ്സ് ഓൾ. പരിപാടി ഗതം. എങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ തരാം. ഈ നോർത്തിന് പകരം സൗത്താണ് വരുന്നതെങ്കിൽ നിങ്ങൾ പറയുന്ന ആൻസറെ, നോർത്തിന് പകരം നിങ്ങൾക്ക് സൗത്താണ് വരുന്നതെങ്കിൽ സൗത്ത് അടുത്തോട്ട് വരുമ്പോൾ പോടാ എന്ന് പറയണം. ഇൻഡ്യൂസിന് പറയും, നീ പോടാ, എനിക്ക് നിന്നെ വേണ്ടാന്ന് പറയും. കാരണം നീ അടുത്തോട്ട് വരുന്നതുകൊണ്ട് എനിക്ക് ഇ എം എഫ് ഉണ്ടാകും, എനിക്ക് നിന്നെ വേണ്ടാന്ന് പറയും. അപ്പോൾ ഈ സൗത്താണ് അടുത്ത് വരുന്നതെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നത് എന്തായിരിക്കും? സൗത്ത് തന്നെയാണ്. എങ്കിൽ ഡയറക്ഷൻ എന്തായിരിക്കും? യെസ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഉഷാറല്ലേ മക്കളെ? അപ്പോൾ നോർത്തിലുള്ള ആൻറ്റി നോർത്താ മതി. നോർത്ത് പൊളാരിറ്റി ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി നിങ്ങളത് മറന്നു പോകത്തില്ല. എങ്കിൽ ലെൻസസ് ലോ ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി നമുക്കറിയാം. ഈ ഒരു മാഗ്നറ്റിനെ നമ്മൾ അകത്തോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇ എം എഫ് എന്ത് ചെയ്യും? നമ്മൾ ഒപ്പോസ് ചെയ്യും അല്ലേ? നമുക്കറിയാം ഈ മാഗ്നറ്റിനെ നമ്മൾ അകത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഈ ഇവിടെ ഉണ്ടാകുന്ന ഇ എം എഫ് നമ്മൾ ഒപ്പോസ് ചെയ്യും. ഈ ഒപ്പോസിഷൻ അഗൻസ്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം മക്കളെ? മെക്കാനിക്കൽ എനർജി കൊടുക്കണം. ആ മെക്കാനിക്കൽ എനർജിയാണ് അവിടെ എന്തായിട്ട് മാറുന്നത്? ദ ലെൻസസ് ലോ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദിസ് മെക്കാനിക്കൽ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ എൻ്റെ മക്കളെ 2 കാര്യങ്ങളാണ് ലെൻസസ് ലോ നമുക്ക് തരുന്നത്. എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞേടാ മക്കളെ? എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, ലെൻസസ് ലോ നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ തരുന്നു. രണ്ടാമത് നമുക്ക് തരുന്നത് എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ എനർജി. ഈ ഒരു സാധനം, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത് മുഴുവനും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ആദ്യം ലെൻസസ് ലോ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന് 2 എക്സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞു. ആ നോർത്തും സൗത്തും വരുന്നത് കൊടുത്താൽ മതി. പിന്നെ എന്താണ്? ലെൻസസ് ലോ ഈസ് കോൺസിക്വൻസ് ഓഫ് ദി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ എനർജി. അവസാനം പഠിപ്പിച്ച സാധനം നമ്മളിവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് നമ്മൾ ഒപ്പോസ് ചെയ്യും. ആ ഒപ്പോസിന് അഗൻസ്റ്റ് ആയിട്ട് നമ്മളൊരു വർക്ക് ചെയ്യുന്നു. ദാറ്റ് മെക്കാനിക്കൽ എനർജി ഈസ് ട്രാൻസ്ഫർഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ സെറ്റ്. യെസ്, ഫസ്റ്റ് ചാപ്റ്ററാണ്, പേടിക്കേണ്ട. എടാ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. Draw the direction of current when the magnet is moved into the coil. മാഗ്നറ്റ് കോയിലിൻ്റെ അടുത്തോട്ട് വരികയാണെങ്കിൽ കറണ്ട് എന്തായിരിക്കും? ഒന്ന് പറഞ്ഞേ മക്കളെ. നോർത്താണ് വരുന്നത്. നോർത്ത് എണ്ണം വരികയാണെങ്കിൽ റിപ്പൽ ചെയ്യണം. അപ്പോൾ ഇവിടെ നോർത്ത് തന്നെ. നോർത്താണ് വരുന്നതെങ്കിൽ നോർത്താവും, സൗത്താണ് വരുന്നതെങ്കിൽ സൗത്ത് ആയിരിക്കും, നോർത്താണ് പോകുന്നതെങ്കിൽ സൗത്ത് ആയിരിക്കും. എങ്കിൽ മക്കളെ നോർത്ത് വരച്ചേടാ. നോർത്താണെങ്കിൽ ആൻറ്റീനെ ഓർക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ.
യെസ്. അപ്പോൾ 2000 കൗണ്ട് എന്ന് പറയുന്ന മാജിക് നമ്പറിലോട്ട് നമ്മൾ എത്താൻ പോകുന്നു. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പല കുട്ടികളുണ്ട്. നാളെ എക്സാം ആയിട്ട് അവനങ്ങ് ഉറങ്ങാൻ സമ്മതിക്കരുത്. വിളിച്ചുണർത്തുക അവനെയൊക്കെ. ഗൈസ്, നിങ്ങൾ അതേപോലെ ഷെയർ ചെയ്തിട്ടില്ല, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുന്നത് അന്തസ്സുള്ളൂ കേട്ടോ. യെസ്, റെഡി, നമുക്ക് അടുത്തോട്ട് പോവാം. യെസ്, ഒരു പ്രാവശ്യവും കൂടെ കൺസർവേഷൻ. കൺസർവേഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന മെക്കാനിക്കൽ എനർജി, ദ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു എന്താണ് മക്കളെ? ഇലക്ട്രിക് എനർജി. ഓക്കെ, യെസ്, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അടുത്തത് മക്കളെ നോക്കടാ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഡയറക്ഷനൊക്കെ ഞാൻ വരച്ചിട്ടുണ്ടല്ലേ. നോക്കടാ, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ഫാരഡേ ലോ നമുക്കറിയാവുന്നതാണ്. ഇനി അടുത്തത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്കറിയാം. മോഡുലസ് ഓഫ് E is equal to n into d∅dt അല്ലെങ്കിൽ E is equal to minus n into d∅dt. അങ്ങനെ എഴുതാൻ കുഴപ്പമില്ല. രണ്ടാമത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് PQRs എന്ന് പറയുന്ന ഈ ലൂപ്പ് ഇതിൻ്റെ അകത്തോട്ട് വരികയാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തോട്ട് വരികയാണ് എങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഡയറക്ഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ PQRSൻ്റെ ഡയറക്ഷനാണ്, അല്ലെങ്കിൽ ഇതിനകത്തുണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. ഒന്ന് പെട്ടെന്ന് ആൻസർ ചെയ്താൽ മക്കളെ. ഓക്കെ, സാറിനെ കാണാൻ വന്നതാണെന്ന്. കൊള്ളാം. എടാ മക്കളെ, ഒന്ന് പറഞ്ഞേടാ ഇതിൻ്റെ ഡയറക്ഷൻ, നിങ്ങളൊന്ന് പെട്ടെന്ന് പറഞ്ഞേടാ എന്താണ് ഇതിൻ്റെ ഡയറക്ഷൻ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ കോയില് മാഗ്നറ്റിക് ഫീൽഡിന് അകത്തോട്ട് വരുമ്പോൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലെക്സ് ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് പോകുന്നത്? അകത്തോട്ടാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലെക്സിൻ്റെ ഡെൻസിറ്റി കൂടുന്നു, അകത്തോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു, അകത്തോട്ടുള്ള ഇൻറ്റു ദി മാഗ്നറ്റിക് ഫീൽഡ്, അകത്തോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു. അപ്പം നിങ്ങൾ പറ മക്കളെ, ഇൻഡ്യൂസ്ഡ് EMF എന്തിനു ശ്രമിക്കും? EMF എന്തിനാണ് ശ്രമിക്കുന്നത്? EMF അകത്തോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറക്കാൻ ശ്രമിക്കണം. ഞാൻ കോയിലിനെ അകത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അകത്തോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു. ഇപ്പോൾ ഇവന്മാർ രണ്ടുപേരും അകത്തോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവനെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചാൽ ഫ്ലെക്സ് കൂടും അല്ലെ, അകത്തോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അപ്പോൾ EMF അതിനെ കുറക്കാൻ ശ്രമിക്കണം. EMF അതിനെ കുറക്കാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഓപ്പോസിറ്റായി വരേണ്ടത്, കുറക്കാനല്ലേ ശ്രമിക്കേണ്ടത്. അപ്പോൾ അകത്തോട്ട് പോകുന്നതിനെ കുറക്കണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടാക്കുന്ന EMF ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ട് വരണം. അപ്പോൾ EMF ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും മക്കളെ? പുറത്തോട്ട് വരണം, ഡോട്ട് ആയിരിക്കണം. അപ്പോൾ പുറത്തോട്ട് മാഗ്നറ്റിക് ഫീൽഡ് വരികയാണെന്ന് നോക്കിയേ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, പുറത്തോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, പുറത്തോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ കറണ്ട് എങ്ങനെയായിരിക്കും? കറണ്ട് ഇങ്ങനെ വട്ടം കറങ്ങും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, എങ്ങോട്ടായിരിക്കും കറണ്ട് ഒഴുകുന്നത്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് PSRQ ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഫീൽഡ് പുറത്തോട്ടാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും മക്കളെ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓർക്കുക, ഇൻഡ്യൂസ്ഡ് EMF എപ്പോഴും അതിൻ്റെ ഉണ്ടാക്കിയത് ആരാണോ ആ ഉണ്ടാക്കിയവനെ തള്ളിപ്പറയും, ആ ഉണ്ടാക്കിയവനെ ഒപ്പോസ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് EMF. പിന്നെ അല്ല അപ്പോഴോടാ കളി. ഇനി ഇതൊന്നും വേണ്ട, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുണ്ട്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്? കോയിലിനെ അകത്തോട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലെക്സ് കൂടുന്നു, ഇൻവേർഡ് ഫ്ലെക്സ് കൂടുന്നു. അതിനെ കുറക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കുന്ന ഫ്ലെക്സ് എന്തായിരിക്കണം? ഔട്ട്വേർഡ് ഫ്ലെക്സ് ആയിരിക്കണം. ഔട്ട്വേർഡ് ഫ്ലെക്സ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കറണ്ട് എങ്ങനെ ആയിരിക്കണം? കറണ്ട് ഷുഡ് ബി ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. കറണ്ട് എന്താണ്? കേൾ ഫിംഗറിനെ നിങ്ങൾ കറണ്ടാക്കി വെക്കുക, തമ്പിനെ നിങ്ങൾ എന്താക്കി വെക്കുക? മാഗ്നറ്റിക് ഫീൽഡ് ആക്കി വെക്കുക. സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണെങ്കിൽ കറണ്ട് എന്തായിരിക്കും? തമ്പായിരിക്കും, കേൾ ഫിംഗറാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ കറങ്ങി കളിക്കുന്ന കറണ്ട് ആയതുകൊണ്ട് കറണ്ടിനെ നിങ്ങൾ കേൾ ഫിംഗർ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. റെഡിയല്ലേ മക്കളെ? അല്ലെങ്കിൽ ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഫോഴ്സ് ഇങ്ങോട്ടാ മൂവ് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ട്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാം? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ദി പ്ലെയിൻ. അപ്പോൾ കറണ്ട് എങ്ങോട്ടായിരിക്കും? താഴോട്ട്. കറണ്ട് എങ്ങോട്ടേക്കാണ്? താഴോട്ട്. ഓക്കെ, റെഡി? നമുക്ക് അടുത്തോട്ട് പോവാം. യെസ്, അടുത്തതാണ് മോഷണൽ EMF. എന്താണ് മക്കളെ മോഷണൽ EMF? പഠിച്ചു വെക്കുക, എക്സാമിന് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പല പ്രാവശ്യം നിങ്ങളുടെ എക്സാമിന് ചോദിച്ചതാണ് മോഷണൽ EMF. എന്താണ് മക്കളെ മോഷണൽ EMF എന്ന് പറയുന്നത്? ഒരു കണ്ടക്ടറിനെ ഒരു PQ എന്ന് പറയുന്ന കറണ്ട് L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലൂടെ V വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിൻ്റെ എൻഡിൽ എന്തുണ്ടാകും മക്കളെ? ഒരു EMF ഉണ്ടാകും. ആ EMF BLV ആണ്. അതാണ് എന്ത് പറയുന്നത്? മോഷണൽ EMF പറയുന്നത്. ശ്രദ്ധിക്കുക, എൻ്റെ കയ്യിലൊരു കണ്ടക്ടർ ഉണ്ട്, PQRS എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ ഫ്രെയിം. ഈ റെക്ടാങ്കുലർ ഫ്രെയിമിനകത്ത് PQ മൂവബിൾ ആണ്. PQ ഈസ് മൂവബിൾ ആം. ആമിനെ അല്ല, ആം. PQ ഈസ് മൂവബിൾ ആം. അങ്ങനെ PQവിനെ ഞാൻ V വെലോസിറ്റിയിൽ മൂവ് ചെയ്യിക്കുന്നു. ഇവിടെ ഉണ്ടാകുന്ന EMF സ്വാഭാവികമായിട്ട് ഇത് മൂവ് ചെയ്യുമ്പോൾ
ഇതിൻ്റെ ഏരിയ കുറയുന്നു. അപ്പോൾ ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് കോയിൽ ചേഞ്ച് ആകുന്നു. ആ കോയിലിനകത്ത് ഒരു EMF ഉണ്ടാകുന്നു. നമുക്ക് അവിടുത്തെ EMF പെട്ടെന്ന് കണ്ടുപിടിക്കാം. EMF ഈസ് ഈക്വൽ ടു നമുക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. EMFിൻ്റെ EMF ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം d∅dt ആണ്. d∅dt ആണ് അല്ലേടാ മക്കളെ. ഫ്ലെക്സ് ഇൻഡിക്കേഷൻ എന്താ നമുക്കറിയാം. ഫ്ലെക്സ് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് BA cos θ ആണ്. ഫ്ലെക്സ് ഇൻഡിക്കേഷൻ BA cos θ BA cos θ ആണ്. ഓക്കെ, ഞാൻ ഇവിടുന്ന് കുറേ ആൾക്കാരെ കണ്ടുപിടിക്കാൻ പോകുന്നു. ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം. ഏരിയ എന്ന് പറയുന്നത് ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിന് ഞാൻ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ എന്തായിരിക്കും മക്കളെ L ഇൻറ്റു എക്സ് ആണ്. തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം. തീറ്റ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഏരിയ വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ അകത്തോട്ടാണ്, ഏരിയ വെക്ടറും പെർപെൻഡിക്കുലർ ആണ്. രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ നമുക്ക് പറയാം തീറ്റ 0 ആണ്. തീറ്റ നമുക്ക് 0 ഡിഗ്രി എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം മക്കളെ? E is equal to d/dt ഓഫ് നമുക്ക് എഴുതാം B ഇൻറ്റു L ഇൻറ്റു എക്സ്. BL-നെ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം dx/dt. എന്താണ് മക്കളെ dx/dt? ദാറ്റ് ഈസ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് എഴുതാം BLV എന്ന് എഴുതാം. ദിസ് ഈസ് മോഷണൽ EMF BLV. പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെച്ചോ മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റാണോ? റെഡിയാണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? യെസ്. BLV. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്തതെന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ EMF ഇൻഡ്യൂസ്ഡ് അക്രോസ് ദി എൻഡ് ഓഫ് ദി കണ്ടക്ടർ മൂവിങ് റൈറ്റ് ആംഗിൾ ടു എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, നമുക്കറിയാം E is equal to BLV ആണ്. ഇനി റൈറ്റ് ആംഗിൾ അല്ല എങ്കിൽ BLV സൈൻ തീറ്റ. റൈറ്റ് ആംഗിൾ അല്ല എങ്കിൽ BLV സൈൻ തീറ്റ. അതൊന്ന് പഠിച്ചു വെച്ചോ. BLV സൈൻ തീറ്റ ആയിരിക്കും. റൈറ്റ് ആംഗിൾ അല്ല എങ്കിൽ BLV സൈൻ തീറ്റ ആയിരിക്കും. റെഡിയല്ലേ മക്കളെ? ഞാനിവിടെ മോഡുലസ് ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മൈനസ് ഇടാതിരുന്നത്. മോഡുലസ് ആണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ മൈനസ് ഇടാതിരുന്നത്. മോഡുലസ് ഇട്ടാൽ BLV. ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കണ്ടുപിടിച്ചത്. റെഡിയല്ലേ മക്കളെ? യെസ്, നമുക്ക് അടുത്തതിലോട്ട് പോകാം. യെസ്, നമ്മൾ അടുത്തതിലോട്ട് പോകുന്നു. ഒന്നുമില്ല, ഇങ്ങോട്ട് നോക്കടാ. ഒരു എയറോപ്ലെയിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 720 km/h. അതിൻ്റെ വിങ്സിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 25 മീറ്റർ ആണ്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. EMF കണ്ടുപിടിക്കുക. EMF. ചില ആൾക്കാർ സാറേ EMF നെഗറ്റീവ് അല്ല ചോദിക്കുന്നു. അത് നെഗറ്റീവ് ആവും പോസിറ്റീവ് ആവും. ഞാൻ കണ്ടക്ടറിന് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ കണ്ടക്ടറിനെ തിരിച്ച് മൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? അത് പോസിറ്റീവ് ആയിരിക്കും. റെഡിയല്ലേടാ? എങ്കിൽ മക്കളെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി 720 km/h. അപ്പോൾ 720 ഇൻറ്റു 5/18 കിട്ടും. 18ഉം 72ഉം കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടും? 32 36 72 4 times 40 ഇൻറ്റു 5 200 മീറ്റർ/സെക്കൻഡ് ആണ് വെലോസിറ്റി. അതേപോലെ തന്നെ നമ്മുടെ എയ്റോപ്ലെയിൻ്റെ വിങ്സിൻ്റെ ലെങ്ത്. ഒരു എയ്റോപ്ലെയിൻ ഉണ്ട് മോനെ, ഒരു എയ്റോപ്ലെയിൻ ഉണ്ട്. ആ എയ്റോപ്ലെയിൻ ഇങ്ങനെ പറന്നു പോവാണ്. എയ്റോപ്ലെയിൻ്റെ വിങ്സിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. വിങ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഇതൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഒരു കണ്ടക്ടർ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്നതിന് സമമാണ്. എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. ബി എത്ര വന്നിരിക്കുന്നത്? 2.9 ഇൻറ്റു 10⁻⁻5 ടെസ്ല. 2.5 ഇൻറ്റു 10⁻⁵ ടെസ്ല. ലെങ്ത് ഓഫ് ദി വിങ്സ് തന്നിട്ടുണ്ട് 25 മീറ്റർ ആണ്. 25 മീറ്റർ ആണ്. എങ്കിൽ നമുക്ക് പറയാം E is equal to നമുക്ക് എഴുതാം BLV എന്ന് എഴുതാം. B എത്രയാണ്? 2.9 ഇൻറ്റു 10⁻⁵ ആണ്. ലെങ്ത് 25 ആണ്, 25 ആണ്. വെലോസിറ്റി 200 ആണ്. ഈ 200ൻ്റെ 2 -5 വെട്ടിയാൽ -3 എന്ന് കിട്ടും. ഇപ്പോൾ 25 ഇൻറ്റു 2 എന്ന് പറയുന്നത് 50 ആണ്. 50യുടെ 0 ഇതും കൂടെ കട്ട് ചെയ്താൽ -2 എന്ന് കിട്ടും. 5 ഇൻറ്റു 29 45 റിമൈൻഡർ 4 10 ഓക്കെ 14 അല്ലേ? 14 ഓക്കെ ഇൻറ്റു അല്ല അതല്ലേടാ കിട്ടുന്നത് 5 അല്ലേടാ? 45 10 14 ഓക്കെ ഇൻറ്റു 10⁻⁻2 ഓക്കെ 1. എത്ര കിട്ടും മക്കളെ? എത്ര കിട്ടും നോക്കിയടാ? 1.4 സംതിങ് കിട്ടും. കിട്ടിയോ? ആൻസർ കിട്ടിയോ മക്കളെ? എന്ത് കിട്ടി? ഓക്കെ 0. ഓക്കെ 2.9 അല്ലേ? 2.9 ആകുമ്പോൾ നമുക്ക് 14.5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.145 വോൾട്ട്. 0. ഒരു LED ബൾബ് പോലും കത്തിക്കാൻ പറ്റത്തില്ല. ഒരു LED ബൾബ് പോലും നമുക്ക് വെച്ച് കത്തിക്കാൻ പറ്റത്തില്ല.
എൻ്റെ മോനെ 5/18 എന്തിനാണെന്ന് അറിയത്തില്ലേ? km/h m/s ആക്കാൻ വേണ്ടിയാണ് 5/18 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത്. SI യൂണിറ്റ് കൺവേർട്ട് ചെയ്യേണ്ടടാ. യെസ്, മനസ്സിലായത് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പല പ്രാവശ്യങ്ങളിൽ നിങ്ങളോട് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം. മോഷണൽ EMF ആയിട്ട് ബന്ധപ്പെട്ട തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു റോഡുണ്ട് എൻ്റെ കയ്യിൽ, ഒരു റോഡ്. ഈ ഒരു റോഡിനെ, ഇതിൻ്റെ സെൻറ്റർ ഇവിടാണ്. ഈ ഒരു റോഡ് ഞാൻ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. ഈ ഒരു റോഡിനെ ഞാൻ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഒരു സർക്കിൾ വരക്കട്ടെ. യെസ്, ഈ ഒരു റോഡിനെ ഞാനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. യെസ്, ഞാൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ് ഇങ്ങനെ. ഈ ഒരു റോഡിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന EMF കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. മിക്കപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ റോഡിൻ്റെ ലെങ്തിനെ നമുക്ക് L എന്ന് വിളിക്കാം. റോഡിൻ്റെ ലെങ്ത് എന്താണ്? L. അല്ലെങ്കിൽ റേഡിയസ്, നമുക്ക് ഈ സർക്കിളായിട്ട് എടുക്കുകയാണെങ്കിൽ റേഡിയസ് എന്താണ്? R-ന് പകരം L കൊടുത്തു. അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് R-ഉം കൊടുക്കാം. L or R. ഇവിടെ ഉണ്ടാകുന്ന EMF വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞുതരാം. EMF നമുക്കൊന്ന് കണ്ടുപിടിക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഓർക്കുക, ഒരു കണ്ടക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഒരു കണ്ടക്ടറിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ആ കണ്ടക്ടറിൻ്റെ എൻഡ് പോയിന്റ്സിൽ ഉണ്ടാകുന്ന EMF നമുക്കൊന്ന് കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ, ഒരു കുഞ്ഞ് ഡെറിവേഷനാണ്, ഒന്നുമില്ല മക്കളെ. പല രീതിയിൽ ചെയ്യാം. ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് പറഞ്ഞുതരാം. റെഡിയല്ലേ മക്കളെ? യെസ്, വളരെ സിമ്പിൾ മെത്തേഡാണ്. E = ആദ്യം നിങ്ങൾ ഇക്വേഷൻ എഴുതുക. E = നമുക്കറിയാം d∅dt മൈനസ് d∅ എന്താണ്? dt. അതങ്ങ് എഴുതി. ഇനി അടുത്തത് E = നമുക്ക് അടുത്ത് എഴുതാം. ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ അങ്ങ് എഴുതുന്നു. B × BA cos θ, B × A × എന്താണ്? cos θ എന്ന് എടുത്തു, /dt എന്ന് എടുത്തു. ഓക്കെ അല്ലേ? ഇത് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇവിടുത്തെ ഏരിയയെ ഞാൻ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഏരിയ നമുക്ക് അവിടെ നിൽക്കട്ടെ, വഴിയുടെ ഇവിടെ ഏരിയ ഇത് കറങ്ങാൻ നേരത്തെ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഏരിയക്കാണ് മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഇനിഷ്യലി ഇവിടെ നിന്നാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ റൊട്ടേറ്റ് വരുമ്പോൾ ഇവിടെ ഏരിയയ്ക്കാണ് മാറ്റം ഉണ്ടാകുന്നത്. ബാക്കിയുള്ളവരെ ഞാൻ പുറത്താക്കുന്നു. തീറ്റ എന്ന് പറയുന്നത് ഞാൻ 0 ആയിട്ട് എടുത്തു. തീറ്റ is 0 ഡിഗ്രി. തീറ്റ is the angle between magnetic field and area vector. ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ഈ പ്ലെയിൻ തന്നെയാണ് ഏരിയ. മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് പെർപെൻഡിക്കുലർ ആണെന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീറ്റ നമുക്ക് 0 ഡിഗ്രി എടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള ആൾക്കാരെ പുറത്തെടുക്കുന്നു. E = മൈനസ്, നമ്മൾ ആരെയാണ് പുറത്തെടുക്കുന്നത്? യെസ്, ആദ്യം പുറത്തെടുക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തെടുത്തു. dA/dt. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. ശ്രദ്ധിക്കുക, അടുത്ത സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. എന്താണ് ഈ DA എന്ന് വെച്ചാൽ? ഏരിയ ആണല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഏരിയ എന്തായിരിക്കും? ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, മക്കളെ നിങ്ങൾ ആ ചാറ്റ് ബോക്സിൽ ഇടണം. ഇത് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഏരിയ എന്താണ്? എന്താ മക്കളെ? ഇത് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഏരിയ എന്താണ്? DA = നമുക്ക് എഴുതാം. അത് പൈ R അല്ലെങ്കിൽ πl² ആണ്. അല്ലേടാ, πr² ഏരിയ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏരിയ എന്താ? πr² ആണ്. ഇനി അടുത്തത് മക്കളെ, ടൈം എന്തായിരിക്കും? ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിനെ നമുക്ക് ടൈം പീരീഡ് എന്ന് വിളിക്കാം. ടൈം പീരീഡ് T എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് എഴുതാം E = നമുക്ക് എഴുതാം -b × DAയ്ക്ക് പകരം πl², DTക്ക് പകരം T എന്ന് കൊടുക്കാം. ഈ 1/T എന്ന് വെച്ചാൽ എന്താ മക്കളെ? 1/T ഫ്രീക്വൻസി ആണല്ലേ. അപ്പോൾ E = നമുക്ക് എഴുതാം -b/πl² ഫ്രീക്വൻസി ന്യൂ എന്ന് കൊടുക്കാം. ഇനി നമുക്കറിയാം എന്താണ് മക്കളെ ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ഫ്രീക്വൻസി ന്യൂ = എന്താണ് മക്കളെ? ω/2π ആണ്. സംശയമുണ്ടോ? ഫ്രീക്വൻസി എന്ന് പറയുന്നത് ω/, ω = 2π × ന്യൂ = ω/2π. ഇട്ട് കൊടുത്തേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദെൻ E = നമുക്ക് എഴുതാം -b × π × l² ω/2π. 2π നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെ നമുക്ക് EMF = കിട്ടി -bl² ω/2 മോൻ. കിട്ടിയോ മക്കളെ? കിട്ടിയോടാ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ bl² ω/2. യെസ്, മനസ്സിലായോ മക്കളെ? യെസ്, മനസ്സിലായോടാ? എല്ലാവർക്കും മനസ്സിലായോടാ? ഇത് മിക്കപ്പോഴും എക്സാമിന് പല പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് ചോദിച്ച ക്വസ്റ്റ്യനാണ്. റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേടാ? യെസ്. മനസ്സിലായെങ്കിൽ ഒരു ഫയർ ഇമോജി, പിന്നെ ലൈക്ക് ചെയ്യാത്ത എല്ലാ അണ്ണന്മാരും ലൈക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ 2000 എത്തിയിട്ടില്ല. നിങ്ങൾ അന്തസ്സ് കാണിക്കുന്നില്ല കേട്ടോ.
യെസ്, എങ്കിൽ നമുക്ക് അടുത്ത ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. യൂസിങ് ലോറന്റ് ഫോഴ്സ് എക്സ്പ്ലെയിൻ ദ EMF ഇൻഡ്യൂസ്ഡ് വിത്ത് ദ സെന്റർ ഓഫ് ദി കണ്ടക്ടർ ആൻഡ് എക്സ്പ്രഷൻ ഫോർ ഇറ്റ് ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്. അന്തസ്സായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നു. സിംപ്ലോസ്കി ആയിട്ട് ചെയ്തിരിക്കുന്നു. റെഡിയല്ലേ മക്കളെ? യെസ് 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 യെസ്. ഇതാണ് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷൻ മൂലം ഉണ്ടാകുന്ന EMF, റൊട്ടേഷണൽ EMF. ഓക്കെ, റെഡി. തീറ്റ 0 എങ്ങനെ വന്നു എന്ന്? എടാ, തീറ്റ 0 വെച്ചാൽ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ വരച്ചു തരാം. ഇതാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്, ഏരിയ വെക്ടറും പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ടാണ് 0 വന്നത് കേട്ടോ. റെഡി? ഓക്കെ, റെഡി അല്ലേടാ? സിമ്പിൾ. നമുക്ക് അടുത്തിലോട്ട് പോവാം. അടുത്ത 2020 CBSEയിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2020 CBSEയിലെ ഒരു ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എ കണ്ടക്ടർ ഓഫ് ലെങ്ത് L ആണ്. ഇത് I എന്ന കൊടുത്ത് L ആണ്. ഈസ് റൊട്ടേറ്റ് അബൌട്ട്സ് ഇറ്റ്സ് എൻഡ് അറ്റ് കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഇറ്റ്സ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, റെഡി? പ്ലോട്ട് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ അതേ കേസാണ്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വളരെ സിമ്പിളായി പഠിച്ചു വെക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ BL² ω/2 എന്ന് എഴുതിയാൽ ശരി തന്നെയാണ്. ഇവിടെ BL² ω/2 എന്ന് എഴുതിയാൽ ശരി തന്നെയാണ്. ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കും മക്കളെ. അടുത്ത എന്താണ് ചോദിക്കുന്നത്? ഇതാണ് സംഭവം അല്ലേ? പ്ലോട്ട് ഗ്രാഫ് ഷോസ് വേരിയേഷൻ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് അക്രോസ് ദി എൻഡ് ഓഫ് ദി കണ്ടക്ടർ വിത്ത് ആംഗുലാർ വെലോസിറ്റി, അതേപോലെ തന്നെ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. മക്കളെ, ഇക്വേഷൻ എഴുതിക്കോ. എന്താ ഇക്വേഷൻ? നമുക്കറിയാം, തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു. E is equal to എന്താ മക്കളെ കിട്ടുന്നത്? സിമ്പിളി മാഗ്നിറ്റ്യൂഡ് വെച്ച് നിങ്ങൾ ഗ്രാഫ് വരച്ചാൽ മതിയേ. E is equal to BL² ω/2. ഇക്വേഷൻ എന്താണ് മക്കളെ? BL² ω/2. ആദ്യം ആരും തമ്മിലുള്ള ഗ്രാഫാണ്. യെസ്, ഗ്രാഫ് വേരിയേഷൻ ഓഫ് EMFഉം അതേപോലെ തന്നെ ആംഗുലാർ സ്പീഡും. അപ്പോൾ ഏത് ഗ്രാഫ് ചോദിച്ചാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി ഒരു XY ലൈൻ വരക്കുക. യെസ്, ഇനി ഇവിടെ Y ആക്സിൽ X ആക്സിൽ എന്താണ് നിങ്ങൾ അടയാളപ്പെടുത്തുക? ഫസ്റ്റ് EMF അല്ലേടാ. അപ്പോൾ Y ആക്സിൽ നമ്മൾ EMFനെ കൊടുത്തു. X ആക്സിൽ നമ്മൾ അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന ആംഗുലാർ സ്പീഡാണ്. ആംഗുലാർ സ്പീഡ് നമുക്ക് ഒമേഗ എന്ന് കൊടുക്കാം. എന്താണ് മക്കളെ ആംഗുലാർ സ്പീഡും EMF എന്നുള്ള റിലേഷൻ? EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗയാണ്. ഒമേഗ കൂടിയാൽ EMF കൂടും. എങ്കിൽ മക്കളെ ഗ്രാഫ് എങ്ങനെ വരും? പ്രൊപ്പോർഷണാലിറ്റി ഗ്രാഫാണ്. ആണെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ദിസ് ഈസ് EMF വേഴ്സസ് എന്താണ്? ആംഗുലാർ വെലോസിറ്റി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രാഫ്, അന്തസ്സുള്ള ഗ്രാഫ്. സെക്കൻഡ് ഗ്രാഫ് നോക്കാം. സെക്കൻഡ് ഗ്രാഫിൽ നിങ്ങളൊരു കുരിശ് വരയ്ക്കുക. ഇവിടെ നമ്മൾ എന്ത് വരക്കുന്നു? യെസ്, നമ്മുടെ EMF വരക്കുക. ഇവിടെ നമ്മൾ എന്താണ് മക്കളെ? എന്താണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്? ലെങ്ത് ആണല്ലേ? ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. അപ്പം ലെങ്ത് വരച്ചു. ഇനി ലെങ്തും EMF നമ്മുടെ റിലേഷൻ എന്താ? EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L² ആണ്. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ല. പിന്നെ എന്ത് വരുമെന്ന് മക്കളെ ചാറ്റ് ചെയ്തേടാ? ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ല വരുന്നത്. പകരം എന്ത് വരുമെന്ന് മക്കളൊന്ന് ചാറ്റ് ചെയ്തേ. സ്ട്രെയിറ്റ് ലൈന് പകരം എന്ത് വരും? ഇവിടെ എന്ത് വരും? പരാബോള. വെരി ഗുഡ്. പിള്ളേരൊക്കെ ആൻസർ പറയുന്നുണ്ട് സാറേ. പരാബോള വരച്ചു വെക്കല്. വരക്കണ്ട് ഇങ്ങനെ ആയിരിക്കണം. കുറച്ച് ബുദ്ധിയൊക്കെ വേണം. ഒന്നുമില്ലെങ്കിൽ എല്ലിന് മുട്ടയിട്ട് കൊടുക്കടാ. എല്ലിന് മുട്ടയിട്ട് കൊടുത്ത ഗ്രാഫ് തുടങ്ങുന്നത് ഇവിടുന്ന് 0 അല്ലേ? അപ്പോൾ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യേണ്ടത്? യെസ്, 0 സ്റ്റാർട്ട് ചെയ്യുന്ന പരാബോള. ദിസ് ഈസ് പരാബോള. ഇങ്ങോട്ട് പരാബോള മൊത്തം വരക്കണ്ട, ഇങ്ങോട്ട് വരച്ചാൽ മതി. റെഡിയാണോ മക്കളെ? റെഡിയാണോ? ഇതേ ഗ്രാഫ് ഇങ്ങനെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. അവിടെ ഈ നെഗറ്റീവ് ആയതുകൊണ്ടാണ്. ഇതേ ഗ്രാഫ് നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. EMF നെഗറ്റീവായിട്ട് എടുത്താൽ തിരിച്ചും വരക്കാം, ഒരു കുഴപ്പമില്ല. രണ്ടും ശരിയാണ്. സ്ലോപ്പ് എന്താ വരുന്നത്? ഇതിൻ്റെ സ്ലോപ്പാണോ? എടാ, ഏത് ഗ്രാഫിന് സ്ലോപ്പ് ചോദിച്ചാലും വൈയിൽ കിടക്കുന്നവനെ എക്സിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് E/ω നമുക്ക് എന്താ കിട്ടുന്നത്? E/ω BL²/2. തീർന്നു പരിപാടി. ദാറ്റ് ഈസ് സ്ലോപ്പ്. യെസ്. എങ്ങനെ നമുക്ക് അടുത്തിലോട്ട് പോകുന്നു. 2017 ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ സെൽഫ് ഇൻഡക്റ്റൻസ്. ഇനി ഈ ചാപ്റ്ററിനകത്ത് 3 ടോപ്പിക്ക്: സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, AC ജനറേറ്റർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സാധനമാണ്. ഇവിടെ നിന്നാണ് ഈ എക്സാമിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഡെറിവേഷൻ ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, CBSEക്ക് ചില പ്രത്യേക ഏരിയയിൽ നിന്നാണ് കൂടുതൽ ഡെറിവേഷൻസ് വരുന്നത്. അതിന് നമ്മൾ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡെറിവേഷൻ വന്നിരിക്കുന്നത് സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, എ സി ജനറേറ്റർ, ഈ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ ഇത് 3 നമുക്ക് അന്തസ്സായിട്ട് പഠിക്കണം. ആദ്യം നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കാൻ പോകുന്നു. 2017 ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ. എന്താണ് മക്കളെ സെൽഫ് ഇൻഡക്റ്റൻസ് പറയുന്നത്? വളരെ സിമ്പിളാണ്. ഐ കോൺസ്റ്റന്റ് അല്ലേ എന്നൊരു കുട്ടി ചോദിച്ചിരിക്കുന്നു. എല്ല് കോൺസ്റ്റന്റ് അല്ലേ എന്ന് ചോദിച്ചിരിക്കുന്നു. എടാ എല്ല് കോൺസ്റ്റന്റ് വെച്ചാൽ നീ ആദ്യം ഒരു കണ്ടക്ടറിനെ റൊട്ടേറ്റ് ചെയ്യിച്ചു, പിന്നെ കണ്ടക്ടറിൻ്റെ നീളം ഒന്നും കൂടെ കൂട്ടി, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു, പിന്നെ കണ്ടക്ടറിൻ്റെ നീളം ഒന്നും കൂടെ കൂട്ടി റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഈ കേസുകളിലെല്ലാം EMF എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതാ ചോദിച്ചിരിക്കുന്നത്. റെഡിയല്ലേ മക്കളെ? യെസ്. അപ്പോൾ നമ്മൾ അടുത്തിലോട്ട് പോകുന്നു. ഡിഫൈൻ സെൽഫ് ഇൻഡക്റ്റൻസ്. എന്താണ് മക്കളെ സെൽഫ് ഇൻഡക്റ്റൻസ്? ഞാൻ ഒരു കോയിലിനകത്ത് AC കൊടുക്കുന്നു. ഇത് AC ആണ്. AC ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. ഞാനൊരു AC ആണ്. ഇത് AC ആണിത്. എസ് അല്ല, ഇത് AC ആണ്. AC സോഴ്സ് ആണ്. ഞാനൊരു കോയിലിനകത്ത് AC സോഴ്സ് കണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ കോയിലിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന് ചേഞ്ച് ഉണ്ടാകുന്നു. AC ഓൾട്ടർനേറ്റിംഗ് ആണ്, കറണ്ടിന് ചേഞ്ച് ഉണ്ടാകുന്നു. കറണ്ട് മാറുമ്പോൾ നമുക്കറിയാം അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നു. സോളിനോടിനകത്തൂടെ കറണ്ട് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. കറണ്ട് മാറുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നു. മാഗ്നറ്റിക് ഫീൽഡ് മാറിയാലോ ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാകുന്നു. എന്താ ഫാരഡേ മോൻ നമ്മളോട് പറഞ്ഞത്? ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ EMF ഉണ്ടാകും. അപ്പം എന്ത് പറയാം നമുക്ക്? ഒരു കോയിലിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആ കോയിൽ ഒരു EMF ഉണ്ടാകുന്നു. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. കറണ്ട് പാസിംഗ് ത്രൂ എ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. മനസ്സിലായ മക്കളെ? യെസ്. ഇനി അടുത്ത എന്താണ്? ഇത് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നീ ഒന്നും പഠിക്കാതെ ഇത് പഠിക്കാൻ വന്നിരിക്കുകയാണെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇനി വേറെ എന്തെങ്കിലും നീ പഠിച്ചിട്ടാണ് ഇത് പഠിക്കുന്നതെങ്കിൽ ആ പഠിച്ചൊന്നും നീ മറന്നു കളയാതിരിക്കുക. എല്ലാം വേണം കേട്ടോ. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇതെങ്കിലും പഠിക്കുക. തീർന്നില്ലേ? ഇനി ആ ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കും, ഇത് പഠിച്ചാൽ മതിയോ? എക്സാമിന് തലേ സംബന്ധിച്ച് ചോദിക്കാൻ ചോദ്യമോ? ഒന്നും പഠിച്ചിട്ടില്ല, ഇത് പഠിച്ചിട്ട് പോയി എക്സാം എഴുതുക. അല്ല പിന്നെ രക്ഷയില്ലല്ലോ. അല്ല പിന്നെ നമ്മളെന്ത് പറയാം? അല്ല ഇനിയിപ്പോൾ നീ പഠിച്ച് ഇത്രയും നാൾ കുറേ പഠിച്ചിട്ടുണ്ട് എങ്കിൽ നീ അതൊന്നും മറന്നു പോകാതെ ഇതും കൂടെ പഠിച്ചോ, ഒരു കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. യെസ്. ഇത് മാത്രം ഒരു വർഷം കഴിഞ്ഞ് കേട്ടാ. നമ്മൾ CBSE ഒന്നാമത്തെ കാര്യം അൺപ്രഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ മാക്സിമം നമ്മൾ തിയറിയും അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളോട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമെന്ന് പറഞ്ഞാൽ ഇത് മാത്രമാകുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിയുള്ളവന് ഇത് മാത്രം മതി. അതായത് നല്ല രീതിയിൽ തിങ്കിങ് ഉള്ള ആൾക്കാർക്ക് ഇത് മാത്രം മതി. കാരണം ബാക്കിയുള്ളവൻ ഡെവലപ്പ് ചെയ്തെടുക്കും. റെഡിയല്ലേ മക്കളെ? ഞാൻ കണ്ടിന്യൂ ചെയ്യാം. സാറേ മതി, കണ്ടിന്യൂ ചെയ്തോളാം. യെസ്. നോക്കടാ. യെസ്. ഇവിടെ ഉണ്ടാകുന്ന EMFിൻ്റെ പ്രത്യേകത ഉണ്ട്. നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF വൃത്തികെട്ടവനാണ്. ഇൻഡ്യൂസ്ഡ് EMF ആൾവേസ് ഒപ്പോസസ് കോസ് ഓഫ് പ്രൊഡക്ഷൻ. ഇൻഡ്യൂസ്ഡ് EMF എപ്പോഴും എന്തിനാ മക്കളെ ശ്രമിക്കുന്നത്? ആരാണോ അതിനെ ഉണ്ടാക്കിയത് അവൻ ഒപ്പോസ് ചെയ്യും. ഇവിടെ ആരാണ് EMFിനെ ഉണ്ടാക്കിയത്? കറണ്ടാണ് അല്ലേ? കറണ്ടിൻ്റെ ചേഞ്ചാണ്. അപ്പോൾ EMF എന്ത് ചെയ്യും? The induced EMF always opposes the growth or decay of current. കറണ്ട് കൂടുകയാണെങ്കിൽ കുറക്കാൻ ശ്രമിക്കും, കറണ്ട് കുറയുകയാണെങ്കിൽ കൂട്ടാൻ ശ്രമിക്കും. അതാണ് അതുകൊണ്ട് ഇവനെ വിളിക്കുന്ന പേരാണ് ബാക്ക് EMF. ബാക്ക് EMF. The induced EMF always oppose the growth or decay of current. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ബാക്ക് EMF. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലെക്സ്, ഈ ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലെക്സ് കറണ്ട് കൂടുമ്പോഴാണ് ഫ്ലെക്സ് കൂടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഫ്ലെക്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കറണ്ട് ആയിരിക്കും. പ്രപ്പോർഷണാലിറ്റി മാറ്റം നമ്മൾ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. ദാറ്റ് ഈസ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ L. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചു. ഇവിടെ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. ഒരു കോയിലെ ഫ്ലെക്സും കറണ്ടിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? എന്ത് കിട്ടും? നമുക്ക് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാം. സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി ആണ്. സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത് ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. EMF ഈസ് ഈക്വൽ നമുക്കറിയാം -dφ/dt ആണ് അല്ലേടാ മക്കളെ? ഇപ്പോൾ നമുക്ക് EMFിൻ്റെ ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ കിട്ടി -d/dt ഓഫ് L × I. എല്ലിനെ ഞാൻ പുറത്തെടുത്താൽ നമുക്ക് എഴുതാം di/dt എന്ന് എഴുതാം. ഈ ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടുന്ന് പ്രോബ്ലം ചോദിക്കും. നാളെ എക്സാമിന് ചിലപ്പോൾ ഇവിടുന്ന് ഒരു പ്രോബ്ലം ചോദിക്കാം. ഈ ഒരു ഇക്വേഷൻ വെച്ചൊരു പ്രോബ്ലം ചോദിക്കാം. ആ പ്രോബ്ലം എങ്ങനെയാണ്? ആ പ്രോബ്ലം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു മുന്നോടിയായിട്ട് ഒരു ക്വസ്റ്റ്യൻ, അതിനുശേഷം ആ പ്രോബ്ലത്തിലുണ്ടോ? പ്രോബ്ലം ഉണ്ട്, പേടിക്കണ്ട. ഇതാണ് ക്വസ്റ്റ്യൻ. 2020 CBSE നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ദി വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആസ് എ ഫംഗ്ഷൻ ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്. അച്ചട മനമേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്. EMFും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് നമ്മളെ വരച്ചു കൊടുക്കും.
എന്താണ് മക്കളെ ഇ എം എഫും കറണ്ട് നമ്മുടെ റിലേഷൻ? ഇ ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഈ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ സിംപ്ലി മോഡ്ലെസ് ഇട്ട് ചെയ്താൽ മതി കേട്ടോ. ആ ആൻസർ എഴുതുമ്പോൾ മോഡ്ലെസ് കിട്ടാൽ മതി. എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. എൽ ഇൻറ്റു എന്താണ് മക്കളെ? ഡി ഐ ബൈ ഡി ടി. നമുക്ക് പറയാം ഇ എം എഫ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡി ഐ ബൈ ഡി ടി, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്. എങ്കിൽ എൻ്റെ പൊന്നു മക്കളെ എന്ത് വരുവാടാ ഗ്രാഫിനകത്ത്? ഇവിടെ എന്താ വരുന്നത്? ഇ എം എഫ് ആണ്. ഇവിടെ എന്താ വരുന്നത്? ഡി ഐ ബൈ ഡി ടി ആണ് വരുന്നത്. എങ്കിൽ വി ഗെറ്റ് സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, യെസ്. എങ്കിൽ നമുക്ക് അടുത്തിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതാ പഠിച്ചു വെച്ചോ. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു സർക്യൂട്ടിനകത്ത് കറണ്ട് 5 ആംപിയറിൽ നിന്ന് 0 ആംപിയറിലോട്ട് പോകുന്നു. അപ്പം കറണ്ടിൻ്റെ ചേഞ്ച് മക്കളെ നിങ്ങളെന്ന് പറയടാ. കറണ്ട് എന്ന് പറയുന്നത് 5 to 0 ആണ്. അപ്പോൾ കറണ്ടിൻ്റെ ചേഞ്ച് -5 ആംപിയർ ആണ് കറണ്ടിൻ്റെ ചേഞ്ച്. അതിനെടുത്ത ടൈം നമുക്ക് തന്നിട്ടുണ്ട് 0.1 സെക്കൻഡ് ആണ്. ടൈം നമുക്ക് തന്നിട്ടുണ്ട് 0.1 സെക്കൻഡ് ആണ് അല്ലേ? 0.1 സെക്കൻഡ് ആണ് മക്കളെ. ഇ എം എഫ് 200 വോൾട്ട് ആണ്. ഇ എം എഫ് 200 വോൾട്ട് ആണ്. ഇ എം എഫ് 200 വോൾട്ട് ആണ്. എങ്കിൽ കണ്ടുപിടിക്കണം സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. നമുക്കറിയാം ഇ ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഇതാണ് ഇക്വേഷൻ. ഇവിടെ നിന്നും എൽ ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം ഇ ഡി ടി ബൈ എന്താ മക്കളെ? ഡി ഐ ആണ്. ഇ ഡി ടി ബൈ ഡി ഐ ഒരു മൈനസും കൊണ്ട്. ദെൻ എൽ ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം മൈനസ് ഇ ഇൻറ്റു ഡി ടി. ടൈം എത്ര മക്കളെ? ടൈം 0.1 ആണ്. 0.1 ആണ്. ഡിവൈഡഡ് ബൈ ഇ എം എഫ് വന്നിട്ടുണ്ടല്ലേ? എല്ലാം തന്നിട്ടുണ്ട്. ഇ എം എഫ് എത്രയാണ്? ഇ എം എഫ് 200 ആണ്. ഡി ടി എത്രയാണ്? 0.1 ആണ്. ഡി ഐ എന്ന് പറയുന്നത് -5 ആംപിയർ ആണ്. മൈനസും വെട്ടി ചത്തുപോയി. പിന്നെ നമുക്ക് ഇവിടെ ഒരു മുട്ട പോയി. 20 5 കൂടി ഡിവൈഡ് ചെയ്താൽ 4 ഹെൻറി, 4 ഹെൻറി. ഇത് ചോദിക്കാൻ സാധ്യത ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും നിങ്ങളുടെ CBSE എക്സാമിന് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റെഡിയല്ലേ മക്കളെ? അടുത്തതിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡെറിവേഷൻ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. എന്താണ് മക്കളെ? ഡെറിവേഷൻ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡെറിവേഷൻ ആണ്. ഡിഫൈൻ നോക്കാം. സിമ്പിൾ ഡെറിവേഷൻ വെച്ചാൽ സിമ്പിൾ ആൻഡ് ഹംബ്ലോസ്കി ഡെറിവേഷൻ. ഫ്ലെക്സ് ഇൻഡിക്കേഷൻ എന്താ? 5 ഈസ് ഈക്വൽ ടു നമ്മളങ്ങ് എഴുതും. അന്തസ്സായിട്ട് എഴുതും എൽ ഇൻറ്റു ഐ. പുട്ട് കൊടുക്കണം. കുറേ പുട്ടുവാരി വിതരണം എക്സാമിന്. ഇക്വേഷൻ നമ്പർ 1. ഇനി ഫ്ലെക്സിന് മറ്റൊരു ഇക്വേഷൻ ഉണ്ടല്ലോ മക്കളെ, ഒന്ന് പറയടാ. ഫ്ലെക്സിന് മറ്റൊരു ഇക്വേഷൻ എന്താ? 5 ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ. മാഗ്നറ്റിക് ഫീൽഡ് എന്താ? ഒരു സോളിനോയിഡ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് μ0 ni. ഏരിയയ്ക്ക് πr² എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതിന് കൊടുത്തില്ല കുഴപ്പമില്ല. എ ഇട്ട് എനിക്ക് ചെയ്യും. നിങ്ങളെ പ്രോബ്ലം വരുമ്പോൾ πr² ഇട്ട് കൊടുത്താൽ മതി. തീറ്റക്കാരൻ കുഞ്ഞവറാച്ചൻ. തീറ്റ എന്താണ് മക്കളെ? തീറ്റ എന്ന് പറയുന്നത് നമ്മളുടെ ഏരിയ വെക്റ്റർ. ഇതാണ് നമ്മുടെ കോയിൽ. ഇതാണ് നമ്മുടെ കോയിലിൻ്റെ ഏരിയ. അപ്പോൾ ഏരിയ വെക്റ്റർ ഇതാണ്. ഏരിയ വെക്റ്റർ. മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും സെയിം ഡയറക്ഷൻ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രി. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഫ്ലെക്സ് NBA cos θ. ഇഫ് there are n number of turns, the total flux is equal to NBA cos θ. സാർ സോളിനോട് എങ്ങനെയാണ് വരക്കുന്നത്? നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ സാറേ? വട്ടം. ഇനി മേലെ ചോദിച്ച പോലെ സാധനം വരച്ചു കഴിഞ്ഞു. ഇങ്ങനെ കുറേ വട്ടം ഇട്ട് വെക്കുക. ഇങ്ങനെ വരച്ചു വെക്കല്ലോ. 1 വട്ടം 2 വട്ടം അങ്ങനെ. ഈ വട്ടങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടായിരിക്കണം. വട്ടം നാരങ്ങ. അപ്പം മക്കളെ അടുത്ത് നോക്കടാ. 5 ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം എന്നിനെ ഞാനൊന്ന് മാറ്റുകയാണ്. എനിക്ക് എന്നിനെ അവിടെ കണ്ടിട്ട് പിടിക്കുന്നില്ല. എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. ഞാൻ എടുക്കുന്ന ഈ സോളിനോടിൻ്റെ ലെങ്ത് n ആണ്. ഒരു യൂണിറ്റ് ലെങ്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് സ്മോൾ n ആണെങ്കിൽ ടോട്ടൽ ടേൺസ് എന്ന് പറയുന്നത് n × l ആണ്. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് 2 മിഠായി കിട്ടിയാൽ 10 കുട്ടികൾക്ക് എത്ര കിട്ടും? 2 × 10. ഒരു യൂണിറ്റ് ലെങ്തിൽ n നമ്പർ ഓഫ് ടേൺസ് ആണെങ്കിൽ l ലെങ്തിൽ എന്തായിരിക്കും? n × l ആണ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നു. n പകരം n × l ഇട്ട് കൊടുക്കുന്നു. ഉഷാറല്ലേ മക്കളെ? ഇത് ഞാൻ ഫ്ലെക്സ് ഇൻഡിക്കേഷനിൽ നിന്ന് പുട്ടിക്കുക. ഒന്ന് പുട്ടുക. 5 ഈസ് ഈക്വൽ ടു n × l × μ0 n i. എയ്ക്ക് പകരം ഏതെന്ന് ഇട്ട് കൊടുത്തോ? cos 0 1 ആണ്. പുട്ടണ്ട. ഇപ്പം പുട്ടണ്ട, പിന്നെ പുട്ടിയാൽ മതി. അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ? ഒന്നും ചെയ്യുന്നില്ല അല്ലേ? ഒന്നും ചെയ്തില്ല ശരിയാത്തില്ലല്ലോ. 5 ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം μ0 n² a × എന്തോ ഒരു സാധനം വിട്ടുപോയിട്ടുണ്ട്. എന്താണ്?
ഒരു എൽ എല്ലാം ഉണ്ട് μ0 NaL × I പുട്ട് ഇക്വേഷൻ നമ്പർ ടുട്ടുമോൻ ഒന്നിനെയും രണ്ടിനെയും കൂടെ ഇക്വേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എഴുതാം Li ഒന്നാമത്തെ ഇക്വേഷനകത്ത് Li അല്ലേടാ Li രണ്ടാമത്തെ ഇക്വേഷനകത്ത് ഇതല്ലേടാ സാധനം μ0 N² AL × I യും വെട്ടിക്കളയുക അപ്പോൾ നമുക്ക് എഴുതാം L = മക്കളെ μ0 N² AL ദിസ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഇത് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം n എന്ന് വെച്ചാൽ n/L ആണ് അങ്ങനെ നമുക്ക് മാറ്റി എഴുതുമ്പോൾ μ0 N² A/L ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം ഇനി നമ്മൾ ഇതിനകത്തോട്ടൊരു അയൺ കോറിനെ ഇൻസേർട്ട് ചെയ്യുന്നു ഒരു സോളിനോയിഡിൻ്റെ അകത്തോട്ട് ഞാനൊരു അയൺ കോറിനെ ഇൻസേർട്ട് ചെയ്യുന്നു എങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഇതിപ്പം L എയർ ആണെങ്കിലാണ് ഈ ഇക്വേഷൻ ഇനി L മീഡിയം വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെ മാറും μr × μ0 ബാക്കി അതേപോലെ എഴുതുക N² AL നമുക്കറിയാം ഒരു മീഡിയം വന്നാൽ μ0 മാറിയിട്ട് അവിടെ ആവും എന്ന് വെച്ചാൽ μr × μ0 ആണ് അപ്പോൾ നമുക്ക് L മീഡിയം = നമുക്ക് ഇങ്ങനെ എഴുതാം μr × L എയർ എന്ന് എഴുതാം ഇതും ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ് ഇതെല്ലാം പഠിക്കുക അപ്പോൾ ഒരു അയൺ കോർ നമ്മളൊരു സോളിനോയിഡിനകത്തോട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെൽഫ് ഇൻഡക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും സ്ക്രീൻ പോയി ഇതാ സ്ക്രീൻ വന്നു എപ്പോഴാണ് സ്ക്രീൻ പോയത് ഇതെന്താ സംഭവം എന്നറിയാവോ സ്റ്റുഡിയോ ഏതാണെന്നറിയാതെ കുറേ സാറന്മാർ എന്ത് ചെയ്യും ക്ലാസ്സിൽ കയറിയിട്ട് നമ്മുടെ സ്റ്റുഡിയോ മാറി ക്ലിക്ക് ചെയ്യും അപ്പോഴാണ് സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ 7ാം സ്റ്റുഡിയോ ആണ് ചിലപ്പോൾ 6ലുള്ള ആളായിരിക്കും എന്നാൽ ഇവിടെ കേട്ടെ 7 കാണുന്ന അപ്പോൾ ക്ലിക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ ശരിയായോ അതേ 2000 എത്തും പറഞ്ഞിരിക്കുന്നു 9 പേരെ നിങ്ങൾ കൊണ്ടുവരൂ ഒരു 9 പേര് ഇല്ലെന്ന് ഇങ്ങനെ തുമ്പത്ത് വന്നിട്ട് ഓടിപ്പോവും 2000 ആയിരിക്കുന്നു 2000 ലൈക്ക് ഇതാ എത്തിക്കണം 2000 ലൈക്ക് യെസ് ഓക്കെ ഒന്നുകൂടെ പറയാം എനിക്കറിയാം എവിടെ വെച്ച് പോയെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല പടച്ചോൻ ഞാൻ നോക്കട്ടെ എവിടെ വെച്ചാൽ പോയി നോക്കട്ടെ ഇല്ല ഒന്നും കൂടെ പെട്ടെന്ന് ഓടിച്ചിട്ട് പറയാം അതല്ലേ ബാബാ ഫ്ലെക്സ് ഇൻഡിക്കേഷൻ നമുക്കറിയാം L × I ആണ് ഫ്ലെക്സിൻ്റെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട് NBA cos θ ആണ് ഫ്ലെക്സിൻ്റെ മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ μ0 NA അല്ലെ ഒരു സോളിനോയിഡിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് μ0 NA ആണ് ഇവിടുത്തെ ആംഗിൾ 0 ആണ് ആംഗിൾ മാഗ്നറ്റിക് ഫീൽഡും ഏരിയക്കുള്ള ആംഗിളാണ് ഇതാണ് നമ്മുടെ ഏരിയ വെക്ടർ A ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഒരേ ഡയറക്ഷൻ അപ്പോൾ θ 0 ആണ് ഇനി n എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് n = n × L നമുക്ക് പറയാം അപ്പോൾ നമുക്ക് ഈ 3 ഇക്വേഷനെയും ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ φ = NL μ0 NA × എന്ന് കിട്ടി ഇതൊന്ന് അറേഞ്ച് ചെയ്തു μ0 n × N² ആണ് ALI പുട്ട് ഇക്വേഷൻ നമ്പർ 2 1 × 2 കൂടി ഇക്വേറ്റ് ചെയ്യുക ഇവിടെ L × I ആണ് ഇവിടെ ഇതാണ് ഇക്വേഷൻ ഒന്ന് ഇക്വേറ്റ് ചെയ്തു യും വെട്ടി കൊന്നു കളഞ്ഞു L = നമുക്ക് ഇക്വേഷൻ കിട്ടി ഒരു പ്രാവശ്യം എക്സാം ചോദിച്ചു സെൽഫ് ഇൻഡക്റ്റൻസ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുമോ സെൽഫ് ഇൻഡക്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് കറണ്ട് മ്യൂച്വൽ ഇൻഡക്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് എന്നാണ് കറണ്ട് സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും കറണ്ട് എന്ത് ചെയ്യത്തില്ല ഡിപ്പെൻഡ് ചെയ്യില്ല റെഡിയല്ലേ മക്കളെ പക്ഷേ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന മീഡിയത്തിന് ഡിപ്പെൻഡ് ചെയ്യും നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യും ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യും റെഡി നമുക്ക് അടുത്തതിലോട്ട് പോകാം അടുത്തതിലോട്ട് പോകുന്നു യെസ് ക്വസ്റ്റ്യൻ ഇതാണ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ എ സോളിനോയിഡ് ഈസ് ഡബിൾഡ് നമ്പർ ഓഫ് ടേൺസ് ഒരു സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് ടേൺസ് നമ്മൾ ഡബിൾ ആക്കി 2n ആക്കി എങ്കിൽ ലെങ്തിന് മാറ്റമൊന്നുമില്ല വാട്ട് ഹാപ്പൻ ടു ദി ഇറ്റ് സെൽഫ് ഇൻഡക്റ്റൻസ് ഇൻഡിക്കേഷൻ നമ്മൾ ഇപ്പോൾ പഠിച്ചതാണ് μ0 N² A/L ഇതാണ് ഇക്വേഷൻ ഇവിടുന്ന് വളരെ വ്യക്തമാണ് L ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ N² ആണ് അപ്പോൾ ഫസ്റ്റിലത്തെ കേസിൽ L1 എന്ന് എടുക്കാം N1² ഇത് നമുക്ക് N2 എന്ന് എടുക്കാം N2 എന്ന് പറയുന്നത് 2N1 ആണ് എങ്കിൽ നമുക്ക് പറയാം L2 = 2N1 സ്ക്വയർ എന്ന് എഴുതാം L2 ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ് N2² ആണ് N2 പകരം 2n എന്ന് എഴുതാം എങ്കിൽ മക്കളെ പറയടാ L1/L2 എന്ത് കിട്ടും നമുക്ക് L1/L2 = നമുക്ക് എഴുതാം N1² / 4N1² എന്ന് എഴുതാം N1² വെട്ടിക്കളഞ്ഞാൽ നമുക്ക് L2 = ഇങ്ങനെ എഴുതാം 4 × L1 ഒന്നുമില്ല മക്കളെ ഡയറക്ട്ലി പ്രപ്പോർഷണൽ സ്ക്വയർ ആണ് അപ്പോൾ ഇത് 2 ടൈംസ് ആയാൽ സ്ക്വയർ ആയതുകൊണ്ട് സെൽഫ് ഇൻഡക്റ്റൻസ് എത്ര ടൈംസ് ആവും 4 ടൈംസ് ഇൻക്രീസ് ചെയ്യും അന്തസ്സായിട്ട് ഇൻക്രീസ് ചെയ്യും കാശൊന്നും നോക്കാതെ ഇൻക്രീസ് ചെയ്യും എങ്കിൽ 2017 CBSE ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താ ക്വസ്റ്റ്യൻ ഡിഫൈൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ പെയർ ഓഫ് കോയിൽസ് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അതേപോലെ തന്നെ ഡെറിവേഷൻ അതേപോലെ തന്നെ ചോദിക്കും ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെ തിരിച്ചും മറിച്ചും ചോദിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കും കണ്ടോ സെയിം ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ കാണുമ്പോൾ എന്താ നമ്മൾ ഓടിപ്പോവും ഒന്നുമില്ലടാ
അവിടെ നമ്മൾ ഡയറക്റ്റിങ്ങിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചു. പകരം ഇവിടെ എന്താണ്, പകരം ഇവർ പറഞ്ഞിരിക്കുന്നു ആ കോയിലിൻ്റെ ലെങ്ത് എല്ലാണ്, 2 കോയിലുണ്ട്, ഒരു വലിയ കോയിലുണ്ട്, റേഡിയസ് R2 ആണ്, ഒരു കുഞ്ഞു കോയിലുണ്ട്, റേഡിയസ് R1 ആണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നമ്മളെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുകയാണ്. എങ്കിൽ നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡെറിവേഷനിലോട്ട് പോകുന്നു. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഡെറിവേഷനിലോട്ട് ഇതാ നമ്മൾ ഓടിച്ചാടി പോകുന്നു. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞുതരാം. ഡിഫൈൻ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ട്. യെസ്, എന്താണ് മക്കളെ മ്യൂച്വൽ ഇൻഡക്ഷൻ പറയുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കോയിലിനകത്തൂടെ, ഇപ്പോൾ സെക്കൻഡ് കോയിലാണല്ലേ, ഈ സെക്കൻഡ് കോയിലിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന് മാറ്റം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് കോയിലിനകത്തൊരു EMF ഉണ്ടാകും. കറണ്ട് പാസിംഗ് ത്രൂ എ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ നെയ്ബറിംഗ് കോയിൽ. മറ്റേടത്ത് സെയിം കോയിൽ തന്നെ EMF ഉണ്ടായി, ഇത് നെയ്ബറിംഗ് കോയിലാണ്. എങ്കിൽ നമുക്കിവിടെ പറയാം സെക്കൻഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് കോയിൽ ലിങ്ക് അല്ലേ, ഈ സെക്കൻഡ് കോയിൽ കറണ്ട് പോകുന്നത് സെക്കൻഡ് കോയിലൂടെയാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സെക്കൻഡ് കോയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സെക്കൻഡ് കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഫസ്റ്റ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷനാണ്? സെക്കൻഡ് കോയിലൂടെ പോകുന്ന കറണ്ട്. ഇവിടുത്തെ കറണ്ട് കൂടുമ്പോഴാണ് ഇവിടെ കൂടുതൽ ഫ്ലെക്സ് കിട്ടുന്നത്. റെഡിയല്ലേ മക്കളെ? 5 ഈസ് പ്രപ്പോർഷണൽ ടു I2 ആണ്. പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ഫസ്റ്റ് കോയിൽ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് കോയിൽ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഫസ്റ്റ് കോയിൽ വിത്ത് റെസ്പെക്ട് സെക്കൻഡ് കോയിൽ എന്ന് പറഞ്ഞാലും സെക്കൻഡ് കോയിൽ വിത്ത് റെസ്പെക്ട് ഫസ്റ്റ് കോയിൽ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. നമുക്കതിനെ M എന്ന് വിളിച്ചാലും മതിയാവും. റെഡി? ഓക്കെ, സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് സെൽഫ് ഇൻഡക്ഷൻ ഡിഫറൻസ് പറയോ? സെൽഫ് ഇൻഡക്ഷൻ ആ ഫിനോമിനയാണ്. അതിന് കാരണക്കാരനായ അതിൻ്റെ പ്രോപ്പർട്ടിയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ടെങ്കിൽ സെൽഫ് ഇൻഡക്ഷൻ കൂടുതലായിരിക്കും, കൂടുതൽ ബാക്ക് EMF ഉണ്ടാവും. ഓക്കെ അല്ലേടാ മക്കളെ? ആ ഫിനോമിനയാണ്, ആ ഫിനോമിനയ്ക്ക് കാരണമായ ആ കോയിലിൻ്റെ ഫിസിക്കൽ നേച്ചറാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. സെൽഫ് ഇൻഡക്റ്റൻസ് കൂടിയാൽ കൂടുതൽ ബാക്ക് EMF ഉണ്ടാവും അവിടെ. യെസ് മക്കളെ, അടുത്ത് EMFൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. EMF E ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ? d∅2 ബൈ d∅1 ബൈ dt. d∅1 ബൈ dt. ഫ്ലെക്സ് ഇൻഡിക്കേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ് മക്കളെ? M12 ഇൻറ്റു എന്താണ്? I2 ആണ്, ഡിവൈഡ് ബൈ dt. ദെൻ നമുക്ക് E1 ഈസ് ഈക്വൽ ടു എഴുതാം മൈനസ് M12 di2 ബൈ എന്താണ് മക്കളെ? dt. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഈ ഒരു ഇക്വേഷൻ മനസ്സിലാവും. സെക്കൻഡ് കോയിലിലെ കറണ്ട് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് കോയിലിൽ EMF ഉണ്ടാകുന്നു. കറണ്ട് പാസിംഗ് ത്രൂ എ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ നെയ്ബറിംഗ് കോയിൽ. ഇവിടെ 1 ഇവിടെ 2 ആണ്, അതാണ് പരിപാടി. ഓക്കെ യെസ്, നമുക്ക് അടുത്തിലോട്ട് പോവാം. അത് നോക്കി ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി ആണോ നോക്കിയേ, അത് നോക്കി പറയാവേ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആണോ നോക്കുക. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ എന്തുവാ? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ അത് ഡിറൈവ് ചെയ്യണം. മറ്റേ ക്വാളിറ്റേറ്റീവ് അല്ലേ? ക്വാണ്ടിറ്റേറ്റീവ് ഡിറൈവ് ചെയ്യണം. ക്വാണ്ടിറ്റേറ്റീവ് ആണ് ഡിറൈവ് ചെയ്യണം, ക്വാളിറ്റേറ്റീവ് ആണ് ഡെറിവേഷൻ ഇല്ലാത്തത് കേട്ടോ. യെസ്, എങ്കിൽ മക്കളെ അടുത്തതിലോട്ട് പോകാം. ഡെറിവേഷൻ മക്കളെ ശ്രദ്ധിക്കടാ. ഡെറിവേഷൻ്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം നോക്കാം. ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ. നമ്മളുടെ 2 കോയിലുണ്ട്. ഒരു X2 എന്ന് പറയുന്ന പുറത്തെ കോയിൽ, S1 എന്ന് പറഞ്ഞ അകത്തെ കോയിലുണ്ട്. ഇതിനകത്തൂടെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. നമുക്ക് ആ കറണ്ടിനെ I2 എന്ന് വിളിക്കാം. പുറത്തെ കോയിലൂടെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്, അതിനെ I2 എന്ന് വിളിച്ചു. എങ്കിൽ നമുക്കറിയാം ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് ഫസ്റ്റ് കോയിൽ എന്ന് പറയുന്നത് M ഇൻറ്റു അല്ലെങ്കിൽ M12 ഇൻറ്റു എന്താണ് മക്കളെ? I2 ആണ്. പുട്ട് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇനി ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഫൈ ഈസ് ഈക്വൽ ടു NBA cos θ ആണ്. NBA cos θ. N എന്ന് വെച്ചാൽ ഫ്ലെക്സ് ലിങ്ക് ചെയ്തിരിക്കുന്ന കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ആണ്, N1. ഏരിയ A1 ആണ്. ഇനി അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് പുറത്തിരിക്കുന്ന കോയിലാണ്. പുറത്തിരിക്കുന്ന കോയിലൂടെയാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ B2 എന്ന് എഴുതാം. നമുക്ക് N1നെ ഇങ്ങനെ എഴുതാം. N1നെ N1 ഇൻറ്റു L എന്ന് എഴുതാം, ലെങ്ത് സെയിം ആയതുകൊണ്ട്. B2 എന്ന് പറയുന്നത് മ്യൂ0 N2 ഇൻറ്റു എന്താണ് മക്കളെ? I2 ആണ്. തീറ്റ നമുക്ക് ഇവിടെയും 0 എന്ന് എടുക്കാം. എങ്കിൽ നമ്മൾ ആൻസറിലോട്ട് ഓടിച്ചാടി എത്താൻ പോകുന്നു. 5 ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം. എന്ത് കിട്ടും മക്കളെ? N1 L മ്യൂ0 N2 I2
പിന്നെന്താ ഉള്ളത്? ഒരു A2 ഉണ്ട്. നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്യാം. φ1 = μ0 എന്നെ ഫസ്റ്റ് എഴുതി, n1 n2 n1 n2 L എഴുതി, A2 എഴുതി, I2 എഴുതി. പുട്ട് ഇക്വേഷൻ നമ്പർ 2 1ഉം 2ഉം കൂടി ഇക്വേറ്റ് ചെയ്യുക. ഇക്വേഷൻ 1 = ഇക്വേഷൻ 2. നമുക്ക് എന്ത് കിട്ടും മക്കളെ? നമുക്ക് കിട്ടും M12 I2 = μ0 n1 n2 L A2 I2. ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ സിലബസ് നോക്കിയിട്ടാണ് സ്ലൈഡ് ഉണ്ടാക്കിയത്. എനിക്കറിയാം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എടാ സെൽഫ് ഇൻഡക്റ്റീവ് മ്യൂട്ടേഷൻ അത് ചോദിക്കും കേട്ടോ, അത് പഠിക്കണവേ. ഓക്കെ സാർ, മ്യൂച്വൽ ഇൻഡക്റ്റൻസിൽ n1 ആൻഡ് n2 ഡിഫറെൻ്റ് അല്ലേ? അതെ, n1 and ഡിഫറെൻ്റ് ആണല്ലോ. അതല്ലേ n1 n2 എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ? അതല്ലേടാ n1 n2 എഴുതി വെച്ചിരിക്കുന്നത്? യെസ്, എങ്കിൽ കിട്ടി. M12 = μ0 n1 n2 L A2. ദിസ് ഈസ് എ ഫൈനൽ എക്സ്പ്രഷൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ n1 n2നെയും n1/L എന്നും n2/L എന്നും എഴുതാം. അങ്ങനെ എഴുതാം, ഒരു കുഴപ്പമില്ല. റെഡിയല്ലേ മക്കളെ? എങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കിലോട്ട് പോകാൻ പോകുന്നു. AC ജനറേറ്റർ. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിയും. പിന്നെ ഞാൻ 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യിക്കും, അത്രേ ഉള്ളൂ. എന്താ മക്കളെ AC ജനറേറ്റർ? നമുക്കറിയാം മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസാണ് നമ്മളുടെ AC ജനറേറ്റർ. ഈ AC ജനറേറ്ററിനകത്ത് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഫാരഡേ, ദ ഫാദർ ഓഫ് എന്താണ്? ഇലക്ട്രിസിറ്റി, അല്ലെ ഇലക്ട്രിസിറ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വന്തം മൈക്കൽ ഫാരഡേ ആണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സാർ A1 അല്ലേ എന്ന് ചോദിച്ചിരിക്കുന്നു. അതെ, A1 തന്നെയാണ്. ഞാൻ ആരാണ് A2 എഴുതാൻ? ഞാൻ ആരാണ്? ഞാൻ ആരുമല്ല, A1 ആണ്. ഞാൻ A2 എഴുതിയോ? ഓ മൈ ഗോഡ്, A1 ആണ് കേട്ടോ. A1 ആണ്. അറിയാതായിപ്പോയതാ കുഞ്ഞെ, ക്ഷമിക്കുക, പൊറുക്കുക. ഒറ്റ ഏരിയ ഉള്ളൂ A1 മാത്രമേ ഉള്ളൂ, A2 അല്ല. ഞാൻ ആദ്യം എഴുതി A2 ആണ്, അടുത്ത പേജിലോട്ട് വന്നപ്പോൾ A1 ആയിപ്പോയതാ. എന്നോട് ക്ഷമിക്കുക കുഞ്ഞുങ്ങളെ. ഓക്കെ, M21 ഇത് തന്നെയായിരിക്കും. അത് സംഭവം എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ ആവും. ഇതിൻ്റെ ഏരിയ ആണ് A1. ഓക്കെ, റെഡി? യെസ്, നമുക്ക് അടുത്തിലോട്ട് പോവാം. എന്താ ഇവിടെ എഴുതാ? വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞ മക്കളെ. വർക്കിംഗ് പ്രിൻസിപ്പിൾ കഴിഞ്ഞെങ്കിൽ ഇതിനെ കൺസ്ട്രക്ഷൻ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? രണ്ട് ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. അതേപോലെ ആർമേച്ചർ കോയിലുണ്ട്, 2 സ്ലിപ്പ് റിംഗ് ഉണ്ട്, പിന്നെ ബ്രഷ് ഉണ്ട്. ഇതിങ്ങനെ കറങ്ങുന്നു. ആർമേച്ചർ കോയിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആർമേച്ചർ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാകും. അതിനകത്തൊരു EMF ഉണ്ടാകും. ദാറ്റ് ഈസ് എ വർക്കിംഗ് ഓഫ് AC ജനറേറ്റർ. അവിടെ ഉണ്ടാകുന്ന EMF എവിടെ വഴിയാണ്? റിങ് വഴി, ബ്രഷ് വഴി പുറത്തു വരുന്നു. എവിടെയാണ്? റിങ് വഴി, ബ്രഷ് വഴി പുറത്തു വരുന്നു. ഓക്കെ, എങ്കിൽ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. EMFിൻ്റെ ഡെറിവേഷൻ പിടിച്ചോ. E = മൈനസ്, ഈ ചാപ്റ്ററിൻ്റെ ബാക്ക് ബോൺ ആണ് ഈ ഇക്വേഷൻ നമ്മളെല്ലാം ചെയ്യുന്നത്. E = -d∅dt. then E = minus d/dt of ഫ്ലെക്സ് ഇൻഡിക്കേഷൻ നമുക്കറിയാം NBA cos θ. തീറ്റയാണ് ഞാനിന്ന് മാറ്റുന്നത്. തീറ്റ എന്ന് വെച്ചാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. കറങ്ങുമ്പോൾ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് is equal to ആംഗുലാർ വെലോസിറ്റിയുടെ ടൈമാണ്. then E = നമുക്ക് എഴുതാം -d/dt of NBA cos ωt. NBA പുറത്താക്കി കഴിഞ്ഞാൽ, കടക്ക് പുറത്തുനിന്ന് പറയുക, NBA ഞാൻ പുറത്താക്കിയാൽ then E = നമുക്ക് എഴുതാം മൈനസ് N-ന് മാറ്റമില്ല, Bക്ക് മാറ്റമില്ല, Aക്ക് മാറ്റമില്ല. പിന്നെ ആർക്കാണ് മാറ്റമുണ്ടാകുന്നത്? ആംഗിളാണ് മാറുന്നത്. cos ωt ആണ്. വട്ടം കറങ്ങുമ്പോൾ ആംഗിളാണ് മാറുന്നത്. കോസിൻ്റെ ഡെറിവേറ്റീവ് എൻ്റെ മക്കളോട് ചോദിച്ചാൽ എൻ്റെ മക്കൾ ഒറ്റ ശ്വാസത്തിൽ ആൻസർ പറയും. ഇനി മാത്തമാറ്റിക്സ് അറിയാത്തവരാണെങ്കിൽ ആൻസർ പറയണം. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. -sin ωt ഇൻറ്റു ഒമേഗ. അപ്പോൾ ആൻസർ കിട്ടി E = മൈനസും വെട്ടി ചത്തുപോയി ഗായ്സ്. അപ്പോൾ എന്ത് കിട്ടി മക്കളെ? NBA sin ωt. NB ഒമേഗ സൈൻ്റെ കൂടപ്പുറപ്പാണ്. ദ പീക്ക് വാല്യൂ ഓഫ് EMF, that is E0. E0 is equal to NBA omega. E0 is the peak value of EMF. Then E is equal to AD. വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെക്കുക. E0 sin ωt. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്.
ക്വസ്റ്റ്യൻ എളുപ്പമാകട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എളുപ്പമാണെങ്കിൽ ഉറപ്പാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് 100% മാർക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. റെഡിയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ 2017 CBSE ക്വസ്റ്റ്യൻ ആണ്. Draw a labeled diagram of AC generator. Obtain the expression for EMF induced in the rotating n number of turns cross section area A in the presence of magnetic field B. മറ്റൊരു ക്വസ്റ്റ്യൻ, 2 concentric circular coils, one smaller radius and other larger radius. 2 സർക്കിൾ ഉണ്ട്, ഒരു കുഞ്ഞാപ്പി സർക്കിൾ ഒരു വലിയാപ്പി സർക്കിൾ, 2 സർക്കിൾ ഉണ്ട്. കുഞ്ഞു സർക്കിളിൻ്റെ റേഡിയസ് 6, വലിയ സർക്കിളിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R എങ്കിൽ ഒബ്റ്റെയിൻ ദ മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇത് എക്സാമിൽ ചോദിച്ച് 1-2 പ്രാവശ്യം ചോദിച്ച് കണ്ട ക്വസ്റ്റ്യൻ ആണേ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടിരിക്കുന്നതാണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കുക. പല മക്കളും ഇതിന് ഡെറിവേഷൻ ചെയ്ത് വെക്കുന്നത് എന്താണെന്നറിയാമോ സാറേ? മറ്റേ കൊയാക്സിയലിന് ഡെറിവേഷൻ ചെയ്ത് വെക്കും. ഇത് ഒരൊറ്റ സർക്കിൾ മാത്രമേ ഉള്ളൂ. മണ്ടത്തരം കാണിക്കരുത്. ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിളായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ സിമ്പിളായി പറഞ്ഞുതരാം. ഓക്കെ അല്ലേ മക്കളെ? ആദ്യം നമ്മൾ ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ എഴുതി. ഫ്ലെക്സ് ഈസ് ഈക്വൽ നമുക്കറിയാം M×I ആണ് അല്ലേ? ഇതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട് നമുക്ക് എന്ത് വിളിക്കാം മക്കളെ? I എന്ന് വിളിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോയിലിനകത്ത് എന്തുണ്ടാകും? ഒരു EMF ഉണ്ടാകും. ആ EMF ഉണ്ടാകും. നമുക്കറിയാം ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അവിടെ ഉണ്ട്. ആ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇൻഡിക്കേഷൻ M×I ആണ് നമുക്കറിയാം. ഫ്ലെക്സ് ഇതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലെക്സ് M×I ആണെന്നറിയാം. ഇനി നമ്മൾ ഫ്ലെക്സിന് മറ്റൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന ജനറൽ ഇക്വേഷൻ എന്താണ് ഫ്ലെക്സിൻ്റെ? ഫ്ലെക്സ് ഈസ് ഈക്വൽ ടു n നമ്പർ ഓഫ് ടേൺസ്. n 1 ആയതുകൊണ്ട് അത് എഴുതണ്ട. പിന്നെ എന്താ മക്കളെ? B×A cos θ ആണല്ലേ? NBA cos θ. ഇവിടെ ഒരു ടേണേ ഉള്ളൂ, 1 എന്ന് എഴുതാം. B എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡാണ് മക്കളെ. ആരാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ആക്ച്വലി ഉണ്ടാക്കുന്നത് നമ്മുടെ പുറത്തെ കോയിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. ഒരു സർക്കുലാർ കോയിൽ, അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം നിങ്ങൾ പഠിക്കും, നിങ്ങളെ പഠിപ്പിക്കും ശബരി സാറ്. ഒരു സർക്കുലാർ കോയിൽ, അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ μ0I/2A ആണ്. എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ എഴുതി μ0I/2A. ഒരു സർക്കുലാർ കോയിൽ സെൻറ്റർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0I/2A. Biot-Savart ലോയുടെ ആപ്ലിക്കേഷൻ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാണ്. μ0NIA² / 2A² + x² 3/2. സെൻറ്ററിലാണെങ്കിൽ x 0 ആയിരിക്കും. അങ്ങനെ എടുത്ത ഇക്വേഷൻ ഇത്, ഈ ഇക്വേഷൻ. അപ്പോൾ B കിട്ടി. B ഇക്വേഷൻ μ0I/2 എന്ന് എഴുതാം. ഇനി മക്കളെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതില്ലാത്താണ് ഫ്ലെക്സ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ ആണ്. നമുക്ക് ഏരിയനെ πr² എന്ന് വിളിക്കാം. πr². ഇട്ട് കൊടുത്ത ആൻസറായി. ഇട്ട് കൊടുത്താൽ മക്കളെ നമുക്ക് ആൻസറായി. ദെൻ φ ഈസ് ഈക്വൽ ടു നമുക്ക് എന്നിന് പകരം 1 ഇട്ട് കൊടുക്കാം. ബിക്ക് പകരം μ0I/2A എന്നിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ അടുത്ത എന്താണ്? ഏരിയ πr² ആണ്. എക്ക് പകരം നമുക്ക് ക്യാപിറ്റൽ R എന്നിട്ട് കൊടുക്കാം കേട്ടോ. ക്യാപിറ്റൽ R, കാരണം ഏരിയ എന്ന് വെച്ചാൽ A എന്ന് വെച്ചാൽ റേഡിയസ് ആണ്. ആ റേഡിയസ് എന്താണ്? ക്യാപിറ്റൽ R ആണ്. ഇത് ക്യാപിറ്റൽ R നമുക്ക് റീപ്ലേസ് ചെയ്യാം. പിന്നെ എന്താ മക്കളെ ഉള്ളത്? ബാക്കി എന്താ ഉള്ളത്? തീറ്റ 1 ആണ് വേണ്ട. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക, ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇക്വേറ്റ് ചെയ്ത ആൻസറായി. ദെൻ MI ഈസ് ഈക്വൽ ടു μ0I/πr² / 2R എന്ന് എഴുതാം. 2R എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഒരു I ഉണ്ട്. ഓ മൈ ഗോഡ്, എൻ്റെ I എന്തേ? ഇതേ I വെട്ടിക്കളാം. ഇത് ചോദിച്ചാൽ അങ്ങ് എഴുതണം കേട്ടോ. μ0πr² / 2R. പെട്ടി വരക്കട കുഞ്ഞാപ്പി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. യെസ്. പിന്നെ ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അത് നിങ്ങൾക്ക് ഞാൻ വിട്ടു വന്നിരിക്കുന്നു. അതൊരു ചെയ്യുമായിരിക്കും അല്ലേ? ചെയ്തേക്കാം പാവം പിള്ളേരല്ലേ. നിതിൻ സാർ പറഞ്ഞാൽ ഞാൻ ചെയ്യും. E ഈസ് ഈക്വൽ ടു, ഞാൻ മാഗ്നറ്റിനോട് മാത്രം എഴുതുവാണേ, M×dI/dt. ഇതാണ് ഇക്വേഷൻ. നമുക്ക് എമ്മിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. M ഈസ് ഈക്വൽ ടു EdT/di. വോൾട്ടേജ് അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത് നമുക്കറിയാം വർക്ക് ബൈ ചാർജാണ്. വർക്ക് എന്ന് വെച്ചാൽ mL²T⁻² അല്ലേ സാറേ? ഡിവൈഡ് ബൈ ചാർജ് എന്ന് പറയുന്നത് ആംപിയർ ടൈമാണ്, AT ആണ്. അപ്പോൾ നമുക്ക് EMF അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ ഡയമെൻഷൻ കിട്ടുന്നത് പഠിച്ചു വെച്ചോ ആരോടും നീ പറഞ്ഞു തരത്തില്ല. mL²T⁻³ A⁻−1 ആണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദ ഡയമെൻഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് mL²T⁻³ A⁻−1. dt വരെ നമുക്ക് ഡയമെൻഷൻ എന്ന് കൊടുക്കാം T എന്ന് കൊടുക്കാം, diക്ക് വരെ നമുക്ക് A എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഇവിടെ വെട്ടിക്കളഞ്ഞാൽ നമുക്ക് -2 എന്ന് കിട്ടും. ഇത് തന്നെയാണോ കിട്ടുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യുക. mL²T⁻² A⁻−1 -2 എന്ന് കിട്ടും. -2
ഓക്കെ, ഇനി ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിസാർ എന്ത് ചെയ്യും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിസാറുടെ വെയിറ്റിങ്ങിലാണ്. റെഡി? അത് ശരിയാണെന്ന് തോന്നുന്നു. ml² T⁻⁻⁴. അങ്ങനെ നമ്മൾ തീർന്നു. മാക്സിമം ഷെയർ ചെയ്യുക. 2.5 വ്യൂ എങ്കിലും ഇല്ലെങ്കിൽ നിതിൻ സാർ ഇങ്ങോട്ട് കയറില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ശാഠ്യക്കാരനാണ്. ഭയങ്കര ശാഠ്യക്കാരനെന്ന് വെച്ചാൽ ഭയങ്കര ശാഠ്യക്കാരനാണ്. അറിയാല്ലേ? അപ്പം പിന്നെ കുഴപ്പമില്ല. അപ്പം നമുക്ക് അടുത്ത എയർ ഡ്രോപ്പ് ചെയ്തു. കടണ്ടോ? മൈക്ക് ഇവിടെ കുത്താമോ? കുത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല. കുത്തിയാൽ കുറച്ച് സ്ട്രെയിൻ കുറക്കാം. അപ്പം മക്കൾ ഞാൻ പോവാണ്. അടുത്ത ചാപ്റ്ററോട് വരാം. ബൈ. ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ല. അടിപൊളിയായിട്ട് നിങ്ങളെല്ലാവരും EMI പഠിച്ചെടുത്ത് തീർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. നമ്മുടെ സ്വന്തം ഇലക്ട്രിക് കറണ്ട് അഥവാ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. ഉഷാറായിട്ടാണ് പഠിക്കാൻ തുടങ്ങുക. യെസ്, ലൈക്ക് ചെയ്തിട്ടില്ല എന്നാണ് ജസീൽ സാർ. നിങ്ങൾ എന്താ ലൈക്ക് ചെയ്യാത്തത്? ജസീൽ സാറിന്റെ കർച്ചീഫാണോ? ഓക്കെ മക്കളെ, തയ്യാറാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എല്ലാവരും ഒരു ഫയർ ഇമോജി ഇട്ടാൽ നമുക്ക് കുറച്ചുകൂടി അടുത്തോട്ടാക്കാം. എല്ലാവരും അതൊന്ന് വിളിച്ചു നോക്കണം. റെഡി? എല്ലാവരും ഒരു ഫയർ ഇമോജി ഇട്ടാൽ നമുക്ക് ഗംഭീരമായി തന്നെ അടുത്തതിലോട്ട് കിടക്കാം. എല്ലാവരും തയ്യാറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും റെഡിയാണ് എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. റൈറ്റ്, എല്ലാം ഓക്കെ അല്ലടാ? വൃത്തിയായി കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ടോ എങ്കിലൊന്ന് ചാറ്റ് ബോക്സിനകത്ത് പറയുക. യെസ്, റെഡി. എല്ലാം ഞാനൊന്ന് സെറ്റാക്കട്ടെ. ഫൈൻ. ഇനി നമുക്ക് എന്തിലോട്ട് കിടക്കാം? നമ്മുടെ സ്വന്തം കറണ്ട് ഇലക്ട്രിസിറ്റിയിലോട്ട് കിടക്കാം. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ഇലക്ട്രിക് ചാർജസ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇതൊക്കെ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ഒക്കെയാണ്. ഇതൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എല്ലാവരും തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു. ഒട്ടും ലേറ്റ് ആക്കാൻ നമുക്ക് കാര്യങ്ങളിലോട്ട് കടന്നാലോടാ. ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലോട്ട് കിടക്കാം. റെഡി? സോ ഗൈസ്, സമയമില്ല. കാരണം ഒരു ചാപ്റ്ററിന് 1 മണിക്കൂറൊക്കെ വെച്ച് എടുത്ത് കഴിഞ്ഞാൽ നടപടിയാവില്ല. 12 മണിക്കൂറെ നമുക്ക് ടോട്ടലി ലൈവ് എടുക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ മുന്നിൽ 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ അതിനാൽ തന്നെ ന്യൂക്ലിയർ ചെറുതാണ്, ആറ്റം ചെറുതാണ്. ശരി, ഓക്കെ, എന്നാലും നമുക്ക് നോക്കാം. പക്ഷെ 10 മണിക്കൂറൊക്കെ മക്കൾക്ക് ഇരിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. സോ എത്രയും പെട്ടെന്ന് നമുക്ക് തീർത്ത് തരാം. റെഡി? ഓക്കെ, കിർച്ചോഫ് റൂളൊക്കെ പറഞ്ഞ് എന്തോ പേടിക്കുന്നത്. ഇങ്ങോട്ട് നോക്കടാ. ആദ്യത്തെ ചോദ്യം ഒരു അന്തസ്സുള്ള ക്ലിഞ്ചോസ്കി ചോദ്യമാണ്. നിങ്ങളുടെ NCERT എക്സാമ്പിളർ ക്വസ്റ്റൻ ആണ്. ശ്രദ്ധിക്കണം. കറണ്ടിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. I = 3t² - 2t + 2. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ ബിറ്റ്വീൻ ദ ടൈം ഇൻട്രവൽ ഓഫ് t = 1 സെക്കൻഡ് ആൻഡ് 2 സെക്കൻഡ്? എല്ലാവരും പറയണം. എങ്ങനെ ഈ ഒരു ചോദ്യം നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും? നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. നമുക്കിവിടെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ നൽകിയിട്ടുണ്ട്. 1 സെക്കൻഡിനും 2 സെക്കൻഡിലും ഇടയിൽ അവിടെ ഒഴുകുന്ന ചാർജ് എത്രയാണ് എന്നാണ് ചോദ്യം. 1 സെക്കൻഡിനും 2 സെക്കൻഡിനും ഇടയിൽ അവിടെ ഒഴുകുന്ന ചാർജ് എത്രയാണെന്നാണ് ചോദ്യം. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ചെയ്ത് കിട്ടുന്ന ഉത്തരങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ഇവിടെ വൃത്തിയായി തന്നെ ശ്രദ്ധിക്കുക. കറണ്ടിൻ്റെ എക്സ്പ്രഷൻ അവരെന്താ പറയുന്നത്? I = 3t² - 2t + 2. നമുക്കറിയാം, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ മക്കളെ? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ചാർജ് ആണ്. സോ കറണ്ട് വി ക്യാൻ റൈറ്റ് കറണ്ട് ആസ് dq/dt. ശരിയല്ലേ? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ഈസ് ഈക്വൽ ടു കറണ്ട് എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. = 3t² - 2t + 2. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ല? ഒരു തരി സംശയമില്ല. ഒരു തരി സംശയമില്ല. ക്രിസ്റ്റൽ ക്ലിയർ അല്ലടാ. നമുക്കിവിടെ dq അഥവാ dq ഉപയോഗിച്ചല്ലേ ചാർജ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ dq = എന്ത് എഴുതാം? 3t² - 2t + 2 × എന്ത് എഴുതാം? dt എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? നമുക്ക് dqവിൽ നിന്ന് q കണ്ടുപിടിക്കണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ്. ശരിയല്ലേ? ഒരു തരി സംശയമില്ലല്ലോ. നമുക്ക് എന്താണ് മക്കളെ ചെയ്യാനുള്ളത്? നമുക്ക് ഇൻറ്റഗ്രേറ്റ് ആണ് ചെയ്യാനുള്ളത്. നമുക്കിവിടെ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ്. ശരിയല്ലേ? നമുക്കിവിടെ ഇൻറ്റഗ്രേറ്റ് ആണ് ചെയ്യേണ്ടത് മക്കളെ. സോ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കടാ. dqവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. സോ ഇൻറ്റഗ്രൽ ഓഫ് dq = ഇൻറ്റഗ്രൽ ഓഫ് എന്ത് വരടാ? 3t² - 2t + 2 എന്ന് വരും. ലിമിറ്റ് എത്രയാണ് മക്കളെ? നമ്മൾ dqവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? q1 to q2 എന്ന് എഴുതാം. ഇവിടെ ടൈം നമുക്ക് നൽകിയിട്ടുണ്ട് എത്രയാണ്? 1 സെക്കൻഡ് to 2 സെക്കൻഡ് അല്ലേ? സോ ഇവിടുത്തെ ലിമിറ്റ് 1 to 2 ആണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? അടിപൊളിയായി മനസ്സിലായില്ലേ? അന്തസ്സായി മനസ്സിലായോ? ഇനി അങ്ങോട്ട് കംപ്ലീറ്റ്ലി മാത്സ് ആണ് മക്കളെ. പ്യുവർലി മാത്സ് ആണ്, മാത്തമാറ്റിക്സിൻ്റെ ടേംസിലാണ്. സോ dqവിന് ഇൻറ്റഗ്രേറ്റ് നമുക്ക് എന്ത് കിട്ടും? q കിട്ടും. ലിമിറ്റ് q1 to q2 ആണ്. ഈക്വൽ ടു നോക്കണം. അടുത്തത് 3t². t² ഇൻറ്റഗ്രേഷൻ നമ്മളെ t³/3 ആണ്. മൈനസ് 2. ടിയുടെ ഇൻറ്റഗ്രേഷൻ എന്താണ്? t²/2 ആണ്. പ്ലസ് 2t എന്ന് വരും. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അടുത്തലോട്ട് നോക്കണം മക്കളെ. ഇവിടെ സിംപ്ലിഫിക്കേഷൻ നമുക്ക് ചെയ്യാം. 3ഉം 3ഉം ക്യാൻസൽ ചെയ്തു. 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. ലിമിറ്റ് എത്രയാണ്? 1 to 2 ആണ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സോ ഇതിനെ എങ്ങനെ എഴുതാം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് വിൽ ബി ഈക്വൽ ടു t³ - 2t² + 2t എന്ന് വരും. ലിമിറ്റ് 1 to 2.
അടിപൊളിയായി മനസ്സിലായില്ലേ? Q2 മൈനസ് Q1 ഞാൻ എങ്ങനെ എഴുതാൻ പോവാണ്? ഡെൽറ്റ ക്യൂ എന്ന് എഴുതാൻ പോവാണ്. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കണം, നമുക്ക് ടിക്ക് 2 കൊടുക്കുവാണ്. സോ 2 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ല എല്ലാവർക്കും. യെസ് ടി റൈറ്റ്, ടി സ്ക്വയർ ബൈ 2 സെറ്റ് അല്ലേ? കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? സംശയമില്ലാലോടാ, ആർക്കും തന്നെ സംശയമില്ല. അടിപൊളിയായിട്ട് മനസ്സിലായില്ലടാ, ഉഷാറല്ലേ? ഇവിടെ 2 ക്യാൻസൽ ആയിപ്പോയി, ആ 2 എഴുതേണ്ട ആവശ്യമില്ല. ഫൈൻ. സോ ടി സ്ക്വയർ മാത്രമേ ഉള്ളൂ. സോ ടി സ്ക്വയർ എന്ന് വെച്ചാൽ 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 റൈറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് എന്താ മക്കളെ? 1 അല്ലടാ. സോ എന്ത് വരും? ലോവർ ലിമിറ്റ് 1 ആയതുകൊണ്ട് 1 ക്യൂബ് മൈനസ് 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1. ക്രിസ്റ്റൽ ക്ലിയർ ആയി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരു തരി സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. സോ ഡെൽറ്റ ക്യൂ വിൽ ബി ഈക്വൽ ടു 2 ക്യൂബ് എത്രയാടാ? എല്ലാവരും ഒന്ന് ആൻസർ പറഞ്ഞ മക്കളെ. 2 ക്യൂബ് എത്രയാണ്? 8 ആണ്. 8 മൈനസ് 4 പ്ലസ് 4 എന്ന് വരും. മൈനസ് 1 മൈനസ് 1 പ്ലസ് 2 എന്ന് വരും. റെഡി? ഇവിടെ നോക്കിക്കേടാ, -1 + 1 ക്യാൻസൽ, -4 + 4 ക്യാൻസൽ ചെയ്തു. ബാക്കി 8 - 2 മാത്രമേ ഉള്ളൂ. സോ ഗൈസ്, വി വിൽ ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ ആസ് ഡെൽറ്റ ക്യൂ ഈക്വൽ എത്രയാണ്? 8 - 2 വിച്ച് വിൽ ബി ഈക്വൽ ടു 6 കൂളംസ് എന്ന് കിട്ടും. സോ ഡെൽറ്റ ക്യൂ എത്രയാണ് മക്കളെ? 6 കൂളംസ് ആണെന്ന് പറയുക. ഡെൽറ്റ ക്യൂ എന്ന് പറയുക നിങ്ങൾക്കറിയേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. സെറ്റ് അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? ക്ലിഞ്ചറായി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ? അടിപൊളിയായിട്ട് എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് ചാറ്റ് ബോക്സിനകത്ത് ഒരു ഫയർ ഇമോജി ഇട്ട് തരാമോ? മുഴുവൻ മക്കളിടാവോ? സാർ ഡെറിവേറ്റീവ് അല്ല എടുക്കുന്നത്, ഇൻ്റഗ്രേഷൻ ആണ്. നമുക്കിവിടെ ഡിഫറൻസിയേഷൻ്റെ ഫോമാറ്റിൽ ക്യൂ ആണ് തന്നിട്ട് കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇവിടെ നൽകിയിരിക്കുന്ന കറണ്ടാണ്, ചാർജാണ് കണ്ടുപിടിക്കുന്നത്. സോ വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻ്റഗ്രേറ്റ് ആണ് ചെയ്യേണ്ടത്. വൃത്തിയായിട്ട് മനസ്സിലായോ? സാർ വീസ്റ്റൺ പിടിച്ച് പറഞ്ഞ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളൊന്ന് സമാധാനിക്കണം. ഫസ്റ്റ് ക്വസ്റ്റനല്ലേ ആയിട്ടുള്ളൂ. ഏകദേശം ഈ ചാപ്റ്ററിൽ നിന്ന് 53 സ്ലൈഡാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തു വെച്ചിരിക്കുന്നത്. സോ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാനായിട്ട് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നിരിക്കും. നിങ്ങളൊന്ന് കോൺഫിഡൻ്റ് ആയിരിക്കുക. റൈറ്റ്? യെസ്, ക്ലിഞ്ചൻ. ദാറ്റ്സ് വാട്ട് വി വാണ്ട്. ഓക്കെ, അടുത്തതിലോട്ട് കിടക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കണം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം മക്കളെ. അടുത്ത ചോദ്യം ഇതാ. At a constant voltage is applied between the two ends of a uniform metallic wire, heat H is developed in it. If another wire of the same material double the radius, twice the length comparing to the original wire, the used then heat developed will be. അടിപൊളിയാണ്. 2 കണ്ടീഷൻസ് ആണ് അവർ പറയുന്നത്. ഇനീഷ്യലി ഒരു കണ്ടീഷൻ തന്നിട്ട് അതിൻ്റെ ഹീറ്റ് എച്ച് ആണെന്ന് പറയുന്നുണ്ട്. നോർമലി ഒരു വയറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറഞ്ഞിട്ട് എത്രയാണെന്ന് പറയുന്നത്? എച്ച് ആണെന്നാണ് പറയുന്നത്. സോ സെക്കൻഡ് കണ്ടീഷൻ, ദർ ഈസ് അനദർ കണ്ടീഷൻ. അതിനകത്ത് അവർ പറയുന്ന പ്രത്യേകതകൾ എന്താണ്? സെയിം മെറ്റീരിയൽ ആണ് വയർ, പക്ഷേ ലെങ്ത് ഇരട്ടിയാണ്. അതുപോലെ തന്നെ എന്താണ്? റേഡിയസും എന്താണ്? ഇരട്ടിയാണെന്ന് അവർ പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഉണ്ടാവുന്ന ഹീറ്റാണ് കണ്ടുപിടിക്കുന്നത്. നിസ്സാരമായി തന്നെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ നോക്കി വെച്ചോ. നമുക്കിവിടെ ആൻസറിലോട്ട് കിടക്കാം. സോ ഹീറ്റ് ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ ഇൻ ടേംസ് ഓഫ് റെസിസ്റ്റൻസേ കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. അതിന് റെസിസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ ലെങ്ത്തിലും റേഡിയസിലും മാറ്റം വരിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മെയിൻലി ഏതിനെയാണ് എഫക്ട് ചെയ്യുക? റെസിസ്റ്റൻസിനെയാണ്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ടേംസിലാണ് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ചെയ്യുന്നത്. സോ ഇനീഷ്യലി R = എന്താ മക്കളെ? ρL / ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. ഇതാണ് റെസിസ്റ്റൻസിൻ്റെ ജനറൽ ഇക്വേഷൻ. R = ρL / എല്ലാവർക്കും അറിയാം. ഇവിടെ രണ്ടും സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ റെസിസ്റ്റിവിറ്റിക്ക് മാറ്റമില്ല. ബാക്കി സെക്കൻഡ് കേസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാടാ. R' = ρ മാറ്റമില്ല. ലെങ്ത് എന്തായിട്ട് മാറി മക്കളെ? ലെങ്ത് ഇരട്ടിയായിട്ട് മാറി. സോ 2L. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതായത് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഏരിയ എന്ന് പറഞ്ഞു വെച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം πr² ആണ്. സംശയമില്ലാലോടാ, πr² ആണ്. ഇവിടെ റേഡിയസ് ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ എന്ത് വരും? യെസ്, π × 2r² എന്ന് വരും. π × 2r². ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലടാ, സംശയമില്ലാലോടാ. സോ 2ρL / π × 4r² എന്ന് വരും. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 2ρL / 4πr² എന്ന് വരും. ഇവിടെ രണ്ടും കൂടി ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ 2 വരും മക്കളെ, ശ്രദ്ധിക്കടാ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? R' = 1/2 × ρL / A എന്ന് വരും. πr² A അല്ലേ? സോ 1/2 × ρL / A വിച്ച് വിൽ ബി ഈക്വൽ ടു ½ R എന്ന് വരും. സോ R' എത്രയാണെന്ന് കിട്ടി? 1/2 R ആണെന്ന് കിട്ടി. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലായില്ലടാ, ആർക്കും തന്നെ സംശയമില്ലല്ലോ. സോ രണ്ടാമത്തെ വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വയറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ പകുതിയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നില്ലേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം മക്കളെ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹീറ്റ് ഡെവലപ്ഡ് കണ്ടുപിടിക്കാം. ഹീറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇൻ ടേംസ് ഓഫ് റെസിസ്റ്റൻസ് ആണെങ്കിൽ V² / R × T എന്ന് എഴുതാം. ഇത് ജനറലി എച്ചിൻ്റെ ഇക്വേഷൻ ആണ്. ഇവിടെ പുതിയ ഹീറ്റിനെ H' എന്ന് കൊടുക്കാം. സോ V² / R പകരം എന്ത് കൊടുക്കാം? R/2 അല്ലെങ്കിൽ 1/2 R എന്ന് പറഞ്ഞാൽ R/2 അല്ലേ? R/2 ഇൻറ്റു എന്ത് വരും? T എന്ന് വരും. ഈ 2 മുകളിലോട്ട് പോയാൽ എന്താവും? 2 ×
V²/R × T എന്ന് വരും, വിച്ച് വിൽ ബി ഈക്വൽ ടു 2H. അതെന്തിന് ഈക്വൽ ആണ് മക്കളെ? 2H ഈക്വൽ ആണ്. സോ ആൻസർ വിൽ ബി 2H. 2H ഉണ്ട് ഓപ്ഷനിൽ. യെസ്, ഓപ്ഷൻ സി എത്രയാണ് മക്കളെ? 2H ആണ്. അതാണ് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. വൃത്തിയായി മനസ്സിലായെങ്കിൽ, കോൺഫിഡൻ്റ് ആയെങ്കിൽ എൻ്റെ മക്കൾ എല്ലാവരും ചാറ്റ് ബോക്സിനകത്ത് ഒരു മസിൽ ഇമോജി ഇടാവും. എല്ലാവരും ചാറ്റ് ബോക്സിൽ ഒരു മസിൽ ഇമോജി ഇടാവടാ. H/2 അല്ലടാ, 2H ആണ്. 2H ആണ് മനസ്സിലാക്കുക, പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെറ്റ്. ഒരു മസിൽ ഇമോജി ഇടാവോ? 2H. H2O ഒന്നും അല്ല, ഇത് 2H ആണ്. 2 × H. ക്യാപിറ്റൽ H ആണ് ഹീറ്റ് എന്ന് പറയുന്നത്. സ്മോൾ H അല്ല, വലിയ H. റെഡി. കാർത്തിക് സാർ മ്യൂച്വൽ ഇൻഡക്ഷനിൽ റോങ് എന്ന് എഴുതിയോ ഒന്ന് ചെക്ക് ചെയ്യോ? A1 അല്ലേ വരെ. കറണ്ട് നോക്കടാ, കറണ്ട് പഠിക്കടാ, ബാക്കിയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ റെഡി. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കടാ. യെസ്, സെറ്റ്. എല്ലാവരും മസിൽ ഇമോജി അറിയില്ല നിങ്ങൾക്ക്? എങ്ങനെയാണ് മസിൽ ഇമോജി ഇടാൻ? മസിൽ ഇമോജി എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിലൊക്കെ നോക്കിക്കേ. പൊതുവെ CBSE കുട്ടികൾക്ക് മസിൽ ഇമോജിയൊക്കെ ഇടാം, കമൻറ്റ് ഇടാൻ അറിയില്ല എന്നാണ് തോന്നുന്നത്. ജസീൽ സാറൊക്കെ അത് മാറ്റി, അവൻ കുറച്ച് മുമ്പ് കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. എപ്പോഴായിരിക്കും ഇവിടെ എത്താം? നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാലേ, ഞാൻ മനസ്സിലാക്കിയത് ഇന്നലത്തെ നിങ്ങൾക്ക് 100 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 9 കമൻറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാം കിട്ടുമ്പോൾ അടിപൊളിയാണ്. അതിന് തിരിച്ച് ഞങ്ങൾക്ക് ഒരു കുറച്ച് കമൻറ്റ് ഇടുന്നതിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും ഇല്ലല്ലോടാ. അത് മോശമായിരുന്നു. ഇന്നലത്തെ ലൈവ് ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് നോക്കുമ്പോൾ എത്രത്തോളം കമൻറ്റ് ഉണ്ട് നോക്കുന്ന സമയത്ത് വെറും 9 കുട്ടികളെ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ. ആയിരക്കണക്കിന് കുട്ടികൾ കണ്ടിട്ട് 9 കമൻറ്റ് എന്ന് പറഞ്ഞാൽ മോശമാണ് മക്കളെ. ഇന്നത്തെ മാരത്തോണിൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ. യെസ്, നിങ്ങളുടെ കാര്യം കഴിയുമ്പോൾ പൊടിയും തട്ടി പോയൊരവസ്ഥയായിപ്പോൾ. തീർച്ചയായും അത് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമായി. എന്താ നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ട് ഇത്രയും രാവും പോലും ഇല്ലാതെ ഉറക്കമൊക്കെ ഒഴിച്ചുണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ഇത്രയും അടിപൊളിയായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് 9 പേര് റെസ്പോണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ മോശമാണ്. അതിലേതോ ഒന്ന് സൈലത്തിൻ്റെ ലിങ്ക് തോന്നുന്നു. അപ്പോൾ 8 പേരാണ് എനിക്ക് മെൻഷൻ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് വെരി മച്ച് ബാഡ്. ഓക്കെ, അടുത്തലോട്ട് കിടക്കട്ടെ, ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A battery is connected to a conductor of non-uniform cross-sectional area. The quantities or quantity which remains constant. ഒരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷണൽ ഏരിയയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. അല്ല, നോൺ യൂണിഫോം ഏരിയയിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ഒരു കണ്ടക്ടർ നോൺ യൂണിഫോം ഏരിയ ക്രോസ് സെക്ഷൻ ആണ്. സോ അതിലോട്ടൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ താഴെ നൽകിയിരിക്കുന്ന ഏത് പാരാമീറ്റർ ആണ് കോൺസ്റ്റന്റ് ആയിരിക്കുക? ഏത് പാരാമീറ്ററിലാണ് മാറ്റമില്ലാതിരിക്കുക? ഇലക്ട്രിക് ഫീൽഡ്, ഡ്രിഫ്റ്റ് സ്പീഡ്, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് കറണ്ട്. ഒന്നുമില്ല, സിമ്പിൾ ഇനി മനസ്സിലാക്കി. കറണ്ടാണ്. കറണ്ടിന് ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല. കറണ്ട് ഓൺലി, റൈറ്റ്? ഓക്കെ, അടുത്ത ചോദ്യത്തിലൂടെ നടക്കുന്നു. ഇവിടെ എല്ലാവർക്കും അറിയാം, ഇവിടെ VI ഗ്രാഫാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. VI ഗ്രാഫാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇതിൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് ഉള്ളത് ഏതാണ് മക്കളെ? നെഗറ്റീവ് റെസിസ്റ്റൻസ് ഉള്ള, എല്ലാവരും പറഞ്ഞ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ഉള്ളതാണ്. എവിടെയാണ് ഓംസ് ലോ ഒബേ ചെയ്യപ്പെടുന്നത്? നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഏതായിരിക്കും? DE എന്ന് പറയുന്ന റീജിയണിലാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ഉള്ളത്. ഓംസ് ലോ ഒബേ ചെയ്യപ്പെടണമെങ്കിൽ എല്ലാവർക്കും അറിയാം എന്താണ്? Vയും Iയും പ്രപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ പ്രപ്പോർഷണൽ ആയിരിക്കുന്ന റീജിയൻ ഏതാണ്? BC ആണ്. സോ ദാറ്റ് ഈസ് BC. അടിപൊളിയായി മനസ്സിലായില്ലേ? ക്ലിഞ്ചറായി മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലടാ? അടിപൊളിയല്ലേ? ഉഷാറായിട്ട് മനസ്സിലായോടാ? സോ നെഗറ്റീവ് റെസിസ്റ്റൻസ് ഉള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ DE ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒബേ ചെയ്യപ്പെടുന്നത് ഏത് റീജിയൻ ആണ്? BC എന്ന് പറയുന്ന റീജിയൻ ആണ് ഒബേ ചെയ്യപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയി എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലടാ? അടുത്ത ചോദ്യത്തിലൂടെ നടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി? ഈ താഴെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്നാണ് ചോദ്യം. ഇതിലേതാണ് മക്കളെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി? എല്ലാ മക്കളും ആൻസർ പറഞ്ഞ് മുഴുവൻ മക്കളും പറയണം. ഇതിലേതാണ് നെഗറ്റീവ് കോഎഫിഷ്യന്റ് ഓഫ് ടെമ്പറേച്ചർ? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. കമോൺ, ഒരു സംശയവും വേണ്ട. സെമി കണ്ടക്ടർ തന്നെയാണ്. സെമി കണ്ടക്ടറിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇതുപോലെയല്ലേ സെമി കണ്ടക്ടറിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്? ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. സെമി കണ്ടക്ടർ, ഓപ്ഷൻ സി. അടുത്ത. When potential difference across the given copper wire is increased, potential difference increase ചെയ്ത് കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ എന്തു മാറ്റം സംഭവിക്കും എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം മക്കളെ, നിങ്ങൾക്കറിയണടാ. VD ഈക്വൽ ടു എന്താണ്? EE/m × τ ആണ്. ഞാനിവിടെ മാഗ്നിറ്റ്യൂഡ് ആണ് നെഗറ്റീവ് സൈൻ ഇട്ടിട്ടില്ല കേട്ടോ. സോ VD ഈക്വൽ ടു E/τ/m × ഇക്ക് വരെ എന്ത് എഴുതാം? V/L എന്ന് എഴുതാം. സോ VD ഈസ് പ്രപ്പോർഷണൽ ടു എന്ത് എഴുതാം? V എന്ന് എഴുതാം. അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിക്കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ത് ചെയ്യും? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിക്കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. നിങ്ങൾക്ക് അറിയേണ്ടതാണ്. സോ ഇൻക്രീസസ്. ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. ഇൻക്രീസസ്. ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് അറിയേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, പ്രധാനപ്പെട്ട ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നിങ്ങളുടെ നാളത്തെ ചോദ്യ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ളതാണ്. IV ഗ്രാഫി ഷോൺ. ഓക്കെ, ഫൈൻ. ഇത് എന്തിൻ്റെയാണ്? ഓമിക് കണ്ടക്ടേഴ്സ് ആണ്, നോൺ ഓമിക് ആണ്, ഇൻസുലേറ്റേഴ്സ് ആണ്, സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. ദർ ഈസ് നോ ഡൗട്ട്. ദീസ് ആർ
നോൺ ഓമിക്. സംശയമില്ലാതെ നോൺ ഓമിക് ആണ്. കാരണം എന്താണ്, വി ഐ ഗ്രാഫ് എന്തല്ല, ലീനിയർ അല്ല. ലീനിയർ ആണെങ്കിൽ മാത്രമേ അതെന്തായിരിക്കത്തുള്ളൂ, ഓമിക് ആകത്തുള്ളൂ. ഇവിടെ നോൺ ലീനിയർ ആണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. ക്ലിയർ അല്ലേ? ഇത് നോൺ ഓമിക് കണ്ടക്ടേഴ്സിൻ്റെയാണ് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. അടുത്തത്, ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഈസ് 10 ഓം. ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് 10 ഓം ആണ്. വാട്ട് വിൽ ബി ദ ന്യൂ റെസിസ്റ്റൻസ് ഇഫ് ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ് യൂണിഫോംലി 8 ടൈംസ് ഓഫ് ദ ഒറിജിനൽ ലെങ്ത്. ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് പറയുന്നത്, 10 ഓം ആണെന്ന് പറഞ്ഞു. ആ വയറിനെ ഞാൻ യൂണിഫോം വയർ ഓഫ് 8 ടൈംസ് ഓഫ് ഇറ്റ്സ് ഇനി ഒറിജിനൽ ലെങ്ത് ആണ് അതിന് മാറ്റുന്നത് എങ്കിൽ പുതിയ റെസിസ്റ്റൻസ് എത്രയാണ്? ഒരു ഇക്വേഷൻ പറഞ്ഞുതരാം മക്കളെ. ആർ ഡാഷ് ഈക്വൽ ടു എൻ സ്ക്വയർ ആർ ആണ്. സോ ആർ ഡാഷ് ഈക്വൽ എത്ര മടങ്ങാക്കി മാറ്റി? ഇവിടെ 8 മടങ്ങല്ലേ ആക്കിയത്. സോ 8 സ്ക്വയർ ഇൻറ്റു ആർ, ഇനീഷ്യൽ റെസിസ്റ്റൻസ് എത്രയാണ്? 10 ആണ്. സോ ആർ ഡാഷ് ഈക്വൽ ടു 64 ഇൻറ്റു 10 എന്ന് വരും. സോ ആർ ഡാഷ് ഈക്വൽ എത്ര വരും? 640 ഓം എന്ന് വരും. ഓം എന്ന് എഴുതി വയ്ക്കാൻ മറക്കരുത്. സോ ഇറ്റ് ഈസ് 640 ഓം. ഓപ്ഷൻ എ ഈസ് അവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് എന്തെന്ന് പറയുന്നത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. ലൈക്ക് ചെയ്യൂ ഗൈസ്. നിങ്ങളെന്താ ലൈക്ക് ചെയ്യാത്ത? നിങ്ങൾ ആ ലൈക്ക് ബട്ടണിൽ ചെയ്യുന്ന ഓരോ ലൈക്കും ഞങ്ങളോടുള്ള സ്നേഹപ്രകടനമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. സോ ഞങ്ങളോടൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളപ്പാ. അടുത്ത ശ്രദ്ധിക്കടാ. ദ റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് ആം ഓഫ് എ വിസ്റ്റം ബ്രിഡ്ജ് ഈസ് 10 ഓം. ഓരോ ആം എത്രയാണ്? 10 ഓം വീതമാണ്. ഓക്കെ, ഇറ്റ് ഈസ് കണക്ട് ഇൻ സീരീസ് വിത്ത് ദ ഗാൽവനോമീറ്റർ. ദെൻ ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ ബ്രിഡ്ജ് അക്രോസ് ദ ബാറ്ററി വിൽ ബി. ഓക്കെ, ഫൈൻ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വിസ്റ്റം ബ്രിഡ്ജ് നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. അറിയാലോടാ, വിസ്റ്റം ബ്രിഡ്ജ് എല്ലാവർക്കും അറിയാലോ. ഫൈൻ. എൻ്റെ പടം വരയിൽ എന്തൊക്കെയോ അപാകതകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ സംഭവം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം ഇവിടെ ഗാൽവനോമീറ്റർ ആണ്. ബാലൻസ്ഡ് കണ്ടീഷൻ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ബാലൻസ്ഡ് കണ്ടീഷനാണ്. ഇവയെല്ലാം എത്രയാണ്? 10 ഓം ആണെന്ന് പറഞ്ഞു. ദേ ആർ 10 ഓം. 10 ഓം ബാലൻസ്ഡ് കണ്ടീഷനാണ്. സോ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളത് മാത്രം ഒന്ന് എടുത്തേടാ. സോ ഇത് രണ്ടും സീരീസ് ആണ്, ഇത് രണ്ടും സീരീസ് ആണ്. ഇവ രണ്ടും സീരീസ് ആണെങ്കിൽ എല്ലാവർക്കും അറിയാം ഇവിടെ എത്രയായിരിക്കും എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 20 ഓം ആയിരിക്കും. ഇവ രണ്ടും സീരീസ് ആണെങ്കിൽ എഫക്റ്റീവ് എത്രയായിരിക്കും? 20 ഓം ആയിരിക്കും. 20യും 20യും പാരലായിട്ട് കണക്ട് ചെയ്തു. നമുക്കറിയാം ആർ പി ഈക്വൽ എന്താണ്? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ്. സോ ആർ പി വിൽ ബി ഈക്വൽ ടു 20 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 20 എന്ന് വരും. സോ ആർ പി ഈക്വൽ എത്ര വരും? 400 ഡിവൈഡഡ് ബൈ എത്ര വരും? 40 എന്ന് വരും. ഈക്വൽ എത്രയാടാ? 400 ഡിവൈഡ് ബൈ 40 എത്ര? വെട്ടിക്കളാ 10 ഓം എന്ന് കിട്ടും ആൻസർ. റൈറ്റ്. യെസ്, കിട്ടിയോ ഗൈസ്? കിട്ടിയോ? 10 ഓം. എൻ്റെ 10 ഓമിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ ഞാൻ 10 ഓം എഴുതി വയ്ക്കും. 10 ഓമാണ് നമ്മൾ എന്തെന്ന് പറയുക? ഉത്തരം എന്ന് പറയുക. സോ ഓപ്ഷൻ എ. സെറ്റ്. 10. അടുത്തതിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം നിസ്സാരമായ ചോദ്യമാണ്, ശ്രദ്ധിക്കണം. ഒരു 10 വോൾട്ട് സെല്ല് ഈസ് നെഗ്ലിജിബിൾ ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ടു പാരലൽ അക്രോസ് എ ബാറ്ററി ഓഫ് EMF 200 വോൾട്ട്. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഒരു സെല്ലും ഒരു ബാറ്ററിയും കാണാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി ഇതുപോലെയല്ല തരിക. ആക്ച്വലി നിങ്ങൾ ബാറ്ററി പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയായിരിക്കും ബാറ്ററി തരിക. സെല്ലാണെങ്കിൽ ഒരു വലുതും ഒരു ചെറുതും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഇവിടെ രണ്ടും ഒരുപോലെയാണ് തന്നിരിക്കുന്നത്. പ്രശ്നമില്ല. ഇവിടെ രണ്ടും കണക്ട് ചെയ്യുന്നിരിക്കുന്നത് ഏത് മോഡിലാണ് മക്കളെ? ഇവിടെ രണ്ടും കണക്ട് ചെയ്ത് ഒപ്പോസിഷൻ മോഡിലാണ്. നോക്കടാ, ഇതിൻ്റെ പോസിറ്റീവും തമ്മിൽ ഇതിൻ്റെ നെഗറ്റീവും തമ്മിലാണ് കണക്ട് ചെയ്ത്. സോ ഒപ്പോസിഷൻ മോഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് കറണ്ടാണ്. ഈ സർക്യൂട്ടിലെ കറണ്ടാണ്. സോ ഒപ്പോസിഷൻ മോഡിലാണെങ്കിൽ എല്ലാവർക്കും അറിയാം. ഒപ്പോസിഷൻ മോഡിലാണെങ്കിൽ നമ്മുടെ എഫക്റ്റീവ് EMF എന്താണ്? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? E1 മൈനസ് E2. വലുതും ചെറുത് മൈനസ് ചെയ്തോടാ. സോ ഈക്വൽ എത്രയാടാ? 200 മൈനസ് 10 ഈക്വൽ എത്രയാണ്? 190 വോൾട്ട് എന്ന് കിട്ടും. സോ 190 വോൾട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കറണ്ട് കണ്ടുപിടിക്കണം. സോ I ഈക്വൽ എന്ത് എഴുതാം? E/R എന്ന് കൊടുക്കാം. സോ I ഈക്വൽ EMF എത്രയാണ്? 190. റെസിസ്റ്റൻസ് എത്രയാടാ? 38. 190/38 എത്രയാടാ? 190/38. ഐ തിങ്ക് 5 ആംപിയർ. 5 ആംപിയർ ആണ് തോന്നുന്നു. ശരിയാണോ മക്കളെ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. 5 ആംപിയർ ആണോടാ? യെസ്, 5 ആംപിയർ ആണ്. സ്മോൾ എ അല്ല, വലിയ ക്യാപിറ്റൽ എ ആണ് കേട്ടോ. ആംപിയറിനെ റെപ്രസെൻറ്റ് ചെയ്യുക ക്യാപിറ്റൽ എ തന്നെ ഇടണം കേട്ടോ. 5 ആംപിയർ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ എല്ലാവർക്കും മനസ്സിലായില്ലേ? സെറ്റ് എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ? സെറ്റ് അല്ലടാ? അടുത്തതിലോട്ട് കിടക്കട്ടെ. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കട്ടെ. ഹിയർ കംസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരും ശ്രദ്ധിക്കണം. ഡിഫൈൻ റെസിസ്റ്റിവിറ്റി ഓഫ് ദ കണ്ടക്ടർ. പ്ലോട്ട് എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് എ ടെമ്പറേച്ചർ ഓഫ് എ മെറ്റാലിക് കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ ഗ്രാഫ് നമ്മൾ റെസിസ്റ്റിവിറ്റിയുടെ വേരിയേഷനാണ് നമ്മളോട് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. നിസ്സാരമായി തന്നെ ചെയ്യാൻ പറ്റും. ഒന്ന് ശ്രദ്ധിക്കണം. വളരെ വളരെ സിമ്പിളാണ്. ആദ്യം എന്താ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. റോ ഈക്വൽ ടു
RA/L എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്ങനെ നമുക്ക് റെസിസ്റ്റിവിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? റെസിസ്റ്റിവിറ്റി ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ വെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ ആൻഡ് ലെങ്ത് വിൽ ബി ഈക്വൽ ടു 1 മീറ്റർ. നീളം 1 മീറ്ററും അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അഥവാ 1 മീറ്റർ സ്ക്വയറും ആവുന്ന സമയത്തുള്ള റെസിസ്റ്റൻസിന് നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. ആ റെസിസ്റ്റിവിറ്റി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് കൂടി മനസ്സിലാക്കിക്കോ. എന്തായിരിക്കും? ഓം മീറ്റർ ആയിരിക്കും റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് എൻ്റെ മക്കൾക്ക് അറിയേണ്ടതാണ്, എൻ്റെ മക്കൾ പഠിക്കേണ്ടതാണ്. ഇതാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. റൈറ്റ്. അടുത്തത് അവർ ഗ്രാഫാണ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റി ഓഫ് കണ്ടക്ടറും തമ്മിലുള്ള റിലേഷൻ ആണ് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഇതാ നിങ്ങൾക്ക് ഗ്രാഫ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഗ്രാഫ് മാത്രമായി നിങ്ങൾ പഠിക്കേണ്ട, അതിൻ്റെ കൺസെപ്റ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ശ്രദ്ധിക്കണം. റോ ഈക്വൽ ടു m/n(E²) ഈ ഒരു റിലേഷൻ പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രാഫ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ റിലേഷൻ മക്കളെ നിങ്ങൾക്ക് അറിയേണ്ട റിലേഷനാണ്, പഠിക്കേണ്ട റിലേഷനാണ്. എന്താണ് ഇത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം, ശ്രദ്ധിക്കണം. ഓക്കെ, ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലാക്സേഷൻ ടൈമാണ്. റിലാക്സേഷൻ ടൈം. ടെമ്പറേച്ചർ കൂടി എന്ന് വിചാരിക്കുക. ഈ ഒരു കണ്ടക്ടർ ഞാൻ ഹീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഇലക്ട്രോൺസ് എല്ലാം എന്തായിരിക്കും? ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം റാൻഡം മോഷനിലായിരിക്കും. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? റാൻഡം മോഷനിലായിരിക്കും. സോ ഈ റിലാക്സേഷൻ ടൈം കുറയും. അതായത് റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ അടുത്ത ഇലക്ട്രോണിനെ കൊളൈഡ് ചെയ്ത് മറ്റൊരു ഇലക്ട്രോണിനെ കൊളൈഡ് ചെയ്യുന്നതിനിടയിലുള്ള ആ ഒരു ടൈം ഇൻ്റർവലിനെയാണ് ആക്ച്വലി റിലാക്സേഷൻ ടൈം എന്ന് പറയുക. ചൂട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? സ്പീഡായിട്ട് അവ തമ്മിൽ എന്ത് ചെയ്യും? കൊളിഷൻ നടക്കും. സോ ആ റിലാക്സേഷൻ ടൈം കുറയും. ക്ലിയർ അല്ലേ? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റിലാക്സേഷൻ ടൈം വിൽ ഡിക്രീസസ്. ടോ കുറയും. ടോയും റോയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? കൂടും. സോ അതിനാൽ തന്നെ കൺക്ലൂഡ് ചെയ്ത് നോക്കടാ, ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റിവിറ്റി കൂടും. സോ അതുകൊണ്ടാണ് ഒരു കണ്ടക്ടേഴ്സിൽ ഗ്രാഫ് ഈ ഒരു ഷേപ്പിലുള്ളത്. അതുകൊണ്ടാണ് ഒരു കണ്ടക്ടറിൽ ഗ്രാഫ് ഈ ഒരു ഷേപ്പിലുള്ളത്. വൃത്തിയായി കൺസെപ്റ്റ് മനസ്സിലായോടാ? കൺസെപ്റ്റ് മനസ്സിലായോ? ഇതൊരു സ്റ്റേറ്റ് സിലബസ് പോലെ ഈ ചോദ്യം ഇതുപോലെ നാളെ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണുമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഇതിന് സമാനമായ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ ഈ കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാം. അത്രയേ ഉള്ളൂ മക്കളെ. സോ അതിനാൽ തന്നെ കണ്ടന്റ് സ്ട്രോങ് ആക്കി തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, റൈറ്റ്. അടുത്തത് അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു പോവാണ്. സപ്പോസ് കണ്ടക്ടറിന് പകരം അലോയ്സോ സെമി കണ്ടക്ടറോ ചോദിച്ചാലോ എന്ന് കരുതിയാണ് എല്ലാം പറയുന്നത്. അലോയ്സിൻ്റെ കേസിൽ എന്താണ്? അലോയ്സിൽ ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധമില്ല. ഈ പറയുന്ന ഗ്രാഫ് നോക്കിയാൽ ഓൾമോസ്റ്റ് ലീനിയർ ആണ്. ഇങ്ങനെയാണ്, ഇൻഡിപെൻഡൻറ്റ് പോലെ തന്നെയാണ്. വളരെ ചെറിയ ഡിപ്പെൻഡൻസി മാത്രമേ ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും തമ്മിൽ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അലോയ്സിന് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? വയർ ബോണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി അലോയ്സ് യൂസ് ചെയ്യാനുള്ള കാരണവും വീക്ക് ഡിപ്പെൻഡൻസി ഓഫ് ദ ടെമ്പറേച്ചർ ആണ്. അലോയ്സിന്റെ റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധമില്ല, വലിയ രീതിയിലുള്ള റിലേഷൻ ഇല്ല. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യവും ഈ സെമി കണ്ടക്ടറിൻ്റെ കാര്യം തന്നെയാണ്. എൻ്റെ മക്കളൊന്ന് മനസ്സിലാക്കണം. അഥവാ അതേ ഇക്വേഷനാണ് റോ ഈക്വൽ ടു m/n(E²) സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നിങ്ങൾക്കറിയണം, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞു വെച്ചാൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടും. സോ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടിയാൽ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? റെസിസ്റ്റിവിറ്റി കുറയും. ക്ലിയർ അല്ലേ? റെസിസ്റ്റിവിറ്റി കുറയും. സോ അതുകൊണ്ട് ഫൈനലി നമുക്ക് നോക്കടാ, ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. ഗ്രാഫ് എങ്ങനെയാണ്? ഗ്രാഫ് ഇങ്ങനെ റെസിപ്രോക്കലായി ഈ ഒരു ഷേപ്പിലുള്ള ഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടതാണ്, വളരെ 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 പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് അറിയേണ്ടതുമാണ്. സെറ്റല്ലേ? അടിപൊളിയാണോടാ? സെറ്റ് ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാമോ? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. ഇത് എൻ്റെ മക്കൾക്ക് ഓക്കെയാണ്, കോൺഫിഡൻ്റ് ആയെങ്കിൽ ചാറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അടുത്തതിലോട്ട് കിടക്കാം. അടുത്ത നമുക്ക് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കേണ്ട അടുത്ത കൺസെപ്റ്റിലോട്ട് കിടക്കാം. എല്ലാവരും തയ്യാറാണെങ്കിൽ ഒന്ന് പറയാമോ? എല്ലാവരും തയ്യാറാണെങ്കിൽ ഒന്ന് പറയാമോ? കമോൺ കമോൺ കമോൺ, എല്ലാവരും പറയാമോ തയ്യാറാണെങ്കിൽ? ഗോപകുമാർ ചോദിക്കുന്നു. ഓക്കെ മക്കളെ, ഗോപകുമാറിൻ്റെ സംശയം എനിക്ക് മനസ്സിലായി. കണ്ടക്ടറിൽ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ, ഓംസ് ലോ പോലെ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ വരിക? ആ രീതിയിൽ ഇത് എത്രത്തോളം കൂടുന്നു അതിന് ഇക്വലൻ്റ് ആയ രീതിയിൽ കൂടുന്നില്ല, പക്ഷേ ഇൻക്രീസ് ചെയ്യുന്നു എന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത ഒരു ചെറിയ രീതിയിൽ കേർവ്ഡ് ആയ ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. ഗോപകുമാർ അത് മനസ്സിലാക്കട്ടെ. അനിയ റെഡി? അടുത്തലോട്ട് കിടക്കട്ടെ, ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ, അടുത്ത ചോദ്യം ഇതാണ്. ഡിഫൈൻ ദ ടേം മൊബിലിറ്റി. എന്താണ് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ?
ഓക്കെ, അതുപോലെ തന്നെ ഒബ്റ്റെയിൻ ദ റിലേഷൻ ഫ്രം മൊബിലിറ്റി ഇൻ ടേംസ് ഓഫ് റിലാക്സേഷൻ ടൈം. മൊബിലിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യുക. നിസ്സാരമാണ്. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതായത് ഈ പറയുന്ന ഫ്രീ ഇലക്ട്രോൺസിന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് അവയ്ക്ക് അറ്റൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവ ഗെയിൻ ചെയ്യുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിനെയാണ് എന്ത് പറയുക? മൊബിലിറ്റി എന്ന് പറയുക. VD/E എന്നാണ് നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് മനസ്സിലായില്ലേ? അടുത്തത് നെക്സ്റ്റ് ആണ്, ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ ഈ പറയുന്ന ഡ്രിഫ്റ്റ് മൊബിലിറ്റിനെ നമ്മൾ ഏതിൻ്റെ ടേംസിൽ എഴുതണം? റിലാക്സേഷൻ ടൈമിൻ്റെ ടേംസിൽ എഴുതണം. സോ മ്യൂ ഈക്വൽ ടു, ശ്രദ്ധിച്ചോ, VDക്ക് നമുക്ക് എന്ത് എഴുതാം? EE/m ഇൻറ്റു ടോ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡിന് E എന്ന് എഴുതി. സോ ക്യാൻസൽ ചെയ്യട്ടെ. ഇയും ഇയും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? E/τ/m എന്ന് കിട്ടും. എന്ത് കിട്ടും? E/τ/m എന്ന് കിട്ടും. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായോ? അടിപൊളിയായി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ, ആർക്കും തന്നെ സംശയമില്ലാലോ? സെറ്റ്. ഇവൻ്റെ യൂണിറ്റും ഡയമെൻഷനും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ചോദ്യത്തിനകത്തതില്ല, പക്ഷേ ഞാൻ നിസാരമായി പറഞ്ഞുതരാം. നോക്കടാ, മൊബിലിറ്റി അല്ലടാ, മൊബിലിറ്റി നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. VD/E അല്ലേ? VD/E, റൈറ്റ്. മീറ്റർ പെർ സെക്കൻഡ് അല്ലേ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? E എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ട് പെർ മീറ്റർ ആണ്. വേറെ രീതിയിലൊക്കെ നിങ്ങൾക്ക് ന്യൂട്ടൺ പെർ കൂളമ്പൊക്കെ എഴുതാം. ഇവിടെ മീറ്ററിൻ്റെ ടേംസിൽ വരാൻ വേണ്ടിയാണ്. സോ മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു മീറ്റർ പെർ വോൾട്ട് എന്ന് വരും. ദാറ്റ് ഈസ് മീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ് എന്ന് വരും. ഓറൽസ് മീറ്റർ സ്ക്വയർ വോൾട്ട് പവർ ഓഫ് -1 സെക്കൻഡ് പവർ ഓഫ് -1 എഴുതാം. അതിൻ്റെ ഡയമെൻഷൻ കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. മൊബിലിറ്റി ഡയമെൻഷൻ നിസ്സാരമായി ET/m എന്ന് കണ്ടുപിടിക്കാം. E എന്ന് പറഞ്ഞ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. സോ എന്ത് എഴുതാം? ഡയമെൻഷൻ AT എന്ന് എഴുതാം. അടുത്ത ടോ എന്ന് പറഞ്ഞാൽ ടൈമാണ്. സോ അതിൻ്റെ ഡയമെൻഷൻ T ആണ്. എമ്മിൻ്റെ M ആണ്. സോ എന്ത് വരൂടാ? ഈക്വൽ ടു AT² m പവർ ഓഫ് -1. AT² m പവർ ഓഫ് -1. ഇതാണ് അതിൻ്റെ ഡയമെൻഷനും അതുപോലെ തന്നെ യൂണിറ്റും വരുന്നത്. ഒന്ന് പഠിച്ചു വെക്കാനടാ, ഇമ്പോർട്ടൻ്റ് ആണടാ. സെറ്റ്. ഓക്കെ അല്ലടാ, കാര്യം മനസ്സിലായോടാ? വൃത്തിയായി തന്നെ മനസ്സിലായില്ലേ? മീറ്റർ സ്ക്വയർ പ്ലസ് വോൾട്ട് സെക്കൻഡ് ആണ്. ഞാൻ അതിനെ മുകളിലോട്ടാക്കി എഴുതിയതാണ്. അതിൻ്റെ ഡയമെൻഷനും യൂണിറ്റും കൂടി പഠിക്കുക. ഞാൻ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അടുത്തതിലൂടെ കിടക്കട്ടെ. നിസ്സാരമായ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ഷോയിങ് ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ ടെർമിനൽ വോൾട്ടേജും അതുപോലെ തന്നെ കറണ്ട് തമ്മിലുള്ളതാണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെല്ല് കണ്ടുപിടിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം. VI ഗ്രാഫ് ആണ്. VI ഗ്രാഫ് ആണെങ്കിൽ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. R ഈക്വൽ എന്ത് എഴുതിയാൽ മതി? സ്ലോപ്പ് ആണ്. സോ V/I ആണ്. ഇവിടെ സ്ലോപ്പ് നമുക്ക് 5.6 - 0 എടുക്കാം. കംപ്ലീറ്റ്ലി എടുക്കാം സ്ലോപ്പ്. സോ 5.6 - 0 എടുക്കാം. സോ എന്ത് വരും? 5.6. ഇവിടെ 2 - 0 എടുക്കാം. സോ 2, ദാറ്റ്സ് ഇറ്റ്. സോ R ഈക്വൽ ടു 5.6 ഡിവൈഡ് ബൈ 2 എത്ര വരും? 2.8 ഓം എന്ന് കിട്ടും. വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ സ്ലോപ്പ് എടുക്കാം. ഇതല്ലേ നല്ലത്? ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന പോലെ സ്ലോപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കിട്ടും. അടിപൊളിയല്ലേ? നിസ്സാരമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലാലോടാ. സെറ്റ് അല്ലേ? സോ 2.8 ഓം ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ A ഈസ് അവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ A ആണ് നമ്മുടെ എന്തെന്ന് പറയുക? റൈറ്റ് ആൻസർ എന്ന് പറയുക. എൻ്റെ മക്കൾക്ക് അറിയേണ്ടതാണ്, എൻ്റെ മക്കൾ പഠിക്കേണ്ടതാണ്. സെറ്റ് അല്ലേ? കാര്യം വൃത്തിയായി മനസ്സിലായില്ലടാ? സംശയമില്ലാലോ ആർക്കും തന്നെ? ഓക്കെ 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 ഓക്കെ. എനിക്ക് വ്യൂ കൗണ്ട് കാണുന്നില്ല ഇതിനകത്ത്. ഓക്കെ, കണ്ടു. ഓക്കെ ഫൈൻ. എടാ എനിക്ക് 2K പിന്നെയും കുറഞ്ഞു. വൈ യു ആർ ലൈക്ക് ദിസ്? 2K കൊണ്ടുവരൂ. പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും. യെസ്. റെഡി? അടുത്തതിലോട്ട് കിടക്കട്ടെ. ശ്രദ്ധിക്കടാ, എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ കിടക്കാൻ പോവാണ്. അടുത്ത ചോദ്യം ഇതാ. ദ റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റൽ വയർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻ അക്കൗണ്ട്സ് ഓഫ് ഡാഷ്. എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടുന്നത്? ഒരു മെറ്റാലിക് വയറിൻ്റെ, അതായത് ഒരു കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് എന്തുകൊണ്ടാണ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അതിന് ഏത് ഓപ്ഷനാണ്? ഡിക്രീസ് ദ ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി, ഡിക്രീസ് ദ റിലാക്സ്, ഒരു സംശയമില്ല തന്നെയാണ്. ഡിക്രീസ് ദ റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം കുറയുന്നത് കൊണ്ടാണ് എന്ത് കൂടുന്നത്? റെസിസ്റ്റൻസ് കൂടുന്നത്. അത് നിങ്ങൾക്ക് അറിയേണ്ടതാണ്, നിങ്ങളെല്ലാവരും പഠിക്കേണ്ടതാണ്, നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യേണ്ടതാണ്. ലൈക്ക് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട്, അവരെ ഞാൻ ഇടിക്കും. എല്ലാവരും പോയി ലൈക്ക് ചെയ്യണം മക്കളെ, കളിക്കല്ല നിങ്ങൾ. അടുത്തിലൂടെ ഇറക്കാൻ ശ്രദ്ധിക്കണം. ഡിഫൈൻ ദ ടേം കണ്ടക്ടിവിറ്റി ഓഫ് എ മെറ്റാലിക് വയർ ആൻഡ് റൈറ്റ് ഇറ്റ് SI യൂണിറ്റ്. എന്താ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? നിസ്സാരമാണ്. കണ്ടക്ടിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി എന്നാണ് പറയുക. സോ അതിൻ്റെ യൂണിറ്റ് എന്ത് വരും? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓം പവർ ഓഫ് -1 മീറ്റർ പവർ ഓഫ് -1 ആണ് വരിക. യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ കണ്ടക്ടിവിറ്റി ഓഫ് എ വയർ ഇൻ ടേംസ് ഓഫ് നമ്പർ ഡെൻസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം ആൻഡ് ഒബ്റ്റെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് ഡെൻസിറ്റി ആൻഡ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ വലിയൊരു ഡെറിവേഷനാണ്, പക്ഷേ ലളിതമായി തന്നെ പറഞ്ഞുതരാം. നമ്പർ ഡെൻസിറ്റിയും അതുപോലെ തന്നെ ഈ പറയുന്ന കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷനിൽ നമുക്ക് പല റിലേഷൻ ബിൽഡ് ചെയ്ത് തരാം. ഒന്ന് ശ്രദ്ധിക്കണം, നിസ്സാരമാണ്. ഇതേ ക്വസ്റ്റ്യൻ, ഇത് B ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. I ഈക്വൽ എന്താടാ? NAEVD ആണ് റിലേഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. കറണ്ട് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം. സെറ്റ് അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായോടാ? ഓക്കെ, നമുക്കിവിടെ എന്താണ്? ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. J ഈക്വൽ എന്ത് എഴുതാം?
I/A എന്ന് എഴുതാം, ശരിയല്ലേ? J = I/A. അങ്ങനെയാണെങ്കിൽ NAEVD ബൈ എന്ത് എഴുതാം? A എന്ന് എഴുതാം. എയിനെയും ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്ത് വരും? NEVD എന്ന് വരും, ശരിയല്ലേ? NEVD. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കറണ്ട് ഡെൻസിറ്റി കിട്ടി. ഇതെന്താണ്? കറണ്ട് ഡെൻസിറ്റിയാണ് കിട്ടിയത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. J = NE. VDക്ക് വരെ എന്ത് എഴുതാം? EE/m × τ എന്ന് എഴുതാം, ശരിയല്ലേ? EE/m × τ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, ശരിയല്ലേ? നോക്കടാ. അപ്പോൾ J = NE² τ / m × E എന്ന് എഴുതി. ക്ലിയർ അല്ലേ? സെറ്റ്. അടിപൊളിയായി മനസ്സിലായില്ലടാ. അപ്പോൾ J = നോക്കണം, നമുക്ക് എല്ലാവർക്കും അറിയാം ρ = m / NE² τ ആണ്. ഇവിടെ ഉള്ളത് എന്താണ്? NE² τ/m ആണ്. സോ 1/ρ അല്ലേ? സോ E/ρ എന്ന് വരും, അല്ലെങ്കിൽ 1/ρ × E എന്ന് എഴുതും, റൈറ്റ്? അങ്ങനെ എഴുതാം, 1/ρ × E. എൻ്റെ മക്കൾ പറയടാ, എന്താണ് 1/ρ എന്ന് പറഞ്ഞാൽ? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കണ്ടക്ടിവിറ്റി, അത് സിഗ്മയാണ്. സോ സിഗ്മ E എന്ന് കിട്ടി. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഓംസ് ലോന്റെ ആക്ച്വലി വെക്റ്റർ ഫോം എന്ന് പറയുന്നത്. അതിലോട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ J = സിഗ്മ E. ദിസ് ഈസ് അവർ റൈറ്റ് ആൻസർ. J = സിഗ്മ E. ഇതാണ് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. വൃത്തിയായി മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലടാ? സെറ്റ് ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. കുറച്ച് അനവധി ചോദ്യങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. എല്ലാം നമുക്ക് അടിപൊളിയായി വർക്കൗട്ട് ചെയ്യാം. അടുത്തത് നമ്മുടെ സ്വന്തം പവർ ഓറിയൻറ്റഡ് ആയ ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്, സിലബസിൽ നമുക്ക് ഉൾപ്പെടുന്നുണ്ട്. പവറും റെസിസ്റ്റൻസും വോൾട്ടേജും ഒക്കെ റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണിത്. ശ്രദ്ധിക്കടാ. അതിനുമുമ്പ് ഇവിടെ തന്നിരിക്കുന്ന ഫോമിലേക്ക് പകരം ഞാൻ കുറച്ച് പവറിൻ്റെ ഇക്വേഷൻസ് പറയാം. P = V²/R × T ഉണ്ട്. P = VIT ഉണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. P = ഇവിടെ T വരില്ല, പവർ അല്ലേ? V²/R ഉണ്ട്, VI ഉണ്ട്. അതുപോലെ തന്നെ പവർ = I²R ഉണ്ട്. ഇത്രയും 3 റിലേഷൻസ് ആണ്. സോ അതുമായി ഓറിയൻറ്റഡ് ആയ ചോദ്യങ്ങൾ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്ന കാര്യം നമുക്ക് നോക്കാം. ഇലക്ട്രിക് പവർ കൺസ്യൂംഡ് ബൈ 210 വോൾട്ട് 100 വാട്ട് ബൾബ് ഈസ് ഓപ്പറേറ്റഡ് ഓൺ 110 വോൾട്ട്. ഓക്കെ, ഫൈൻ. ഇലക്ട്രിക് പവർ കൺസ്യൂംഡ് ബൈ 220 വോൾട്ട് ഈസ് 100 വാട്ട് ബൾബ് വെൻ ഓപ്പറേറ്റഡ് ഓൺ 110. ഓക്കെ, സിമ്പിൾ, ഒന്നുമില്ല, ജസ്റ്റ് ഒരു റിലേഷൻ അവർ പറയുന്നത്. അതായത് 220 വോൾട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് പവർ എന്ന് പറയുന്നത് 100 വാട്ടാണ്. അങ്ങനെയാണെങ്കിൽ 110 വാട്ടിലാണെങ്കിൽ എത്രയായിരിക്കും പവർ കൺസപ്ഷൻ എന്നാണ് ചോദ്യം. നിസ്സാരമായിട്ട് പറയാൻ പറ്റും, സിമ്പിളാണ് മക്കളെ, ഒന്ന് ശ്രദ്ധിക്കണം. സോ ആ ബൾബിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എല്ലാവർക്കും അറിയാം P = എന്താണ്? V²/R ആണ്. സോ R = എന്ത് വരും? V²/P എന്ന് വരും, സംശയമില്ലല്ലോടാ. സോ V എത്രയാണ്? 220 ആണ്. ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ പവർ എത്രയാണ്? 100 എന്ന് വരും. സോ R = 484 എന്ന് വരും, 484 ഓം. ഇത് ഉപയോഗിച്ച് നമുക്ക് പുതിയ പവർ കണ്ടുപിടിക്കാം. സോ P' = എന്ത് വരും? V²/R. പുതിയ വോൾട്ടേജ് എത്രയാണ്? 110 ആണ്. സോ 110 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ R എന്ന് വരും, വിച്ച് വിൽ ബി = 25 വാട്ട്. അതിൻ്റെ ഉത്തരം എത്രയാണ് മക്കളെ? 25 വാട്ട് എന്ന് കിട്ടും. ഓപ്ഷൻ ഏതാണ്? യെസ്, ഓപ്ഷൻ A ഈസ് അവർ റൈറ്റ് ആൻസർ, 25 വാട്ട്. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? ഹീറ്റിന് ഇതിൻ്റെ കൂടെ T കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. P = V²/R × T ആണ് ഹീറ്റ്. അതുപോലെ തന്നെ VIT ആണ്, അതുപോലെ തന്നെ I²RT ആണ്. ഓക്കെ, ഈ പറയുന്ന പവറിൻ്റെ ഇക്വേഷൻ്റെ കൂടെ T നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹീറ്റിൻ്റെ ഇക്വേഷൻസ് കിട്ടും, റൈറ്റ്? ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോടാ? എല്ലാവർക്കും മനസ്സിലായില്ല? ഒരു തരി സംശയമില്ലാലോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എല്ലാവരും തയ്യാറാണെങ്കിൽ ഗൈസ്, ഹിയർ കംസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Explain the term drift velocity of electron in a conductor, hence obtain the expression for the current through the conductor in terms of drift velocity. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, അതുപോലെ തന്നെ കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. നിസ്സാരമായി തന്നെ പറയാം. എന്താണ് ആക്ച്വലി ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഇതൊരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. ഇതിലോട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസിന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു അഡീഷണൽ ആവറേജ് വെലോസിറ്റി ലഭിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുക. ക്ലിയർ അല്ലേ? ഈ ഒരു കണ്ടക്ടറിലോട്ട് നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോ, അതായത് നമ്മളൊരു ബാറ്ററിയോ സെല്ലോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ഇലക്ട്രോൺസിന്, ഇതിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഇനീഷ്യലി റാൻഡം തെർമൽ മോഷനിലായിരിക്കും. സോ അവയ്ക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ആവറേജ് വെലോസിറ്റി ലഭിക്കും. They start to drift against the direction of electric field. The additional velocity gained by the electron is termed as ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിനെയാണെന്ന് പറയുക? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നാണ് പറയുക. VD എന്ന രീതിയിലാണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുക. നിസ്സാരമായിട്ട് ഇവിടെ ഒരു കണ്ടക്ടറിൻ്റെ പടം കാണാൻ പറ്റുന്നത് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു ഇലക്ട്രിക് ഫീൽഡ് സപ്ലൈ ചെയ്യുവാണ്. സോ അതിനാൽ തന്നെ ഈ ഒരു എൻഡ് പോസിറ്റീവ് ആയിരിക്കും, ഈ എൻഡ് നെഗറ്റീവ് ആയിരിക്കും. സോ ഇലക്ട്രോൺസ് എല്ലാം എങ്ങോട്ടാണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കാരണം നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. കറണ്ടും അതേ ഡയറക്ഷനിലാണ്, കറണ്ട് ഡെൻസിറ്റിയും അതേ ഡയറക്ഷനിലായിരിക്കും. പക്ഷേ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുക. സോ ആ അഡീഷണൽ
ആവറേജ് വെലോസിറ്റിയാണ് നമ്മൾ എന്ത് പറയുക, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുക. ഇനി നമ്മളോട് അടുത്ത ഡെറിവേഷൻ കറണ്ട് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് ഡിറൈവ് ചെയ്യണം. നിസ്സാരമായി തന്നെ പറഞ്ഞുതരാം, ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കണ്ടക്ടർ എടുത്തു എന്ന് വിചാരിക്കുക. ആ കണ്ടക്ടറുടെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയത്തിന് നമുക്ക് എന്ത് കൊടുക്കാം, n എന്ന് പറയാം. n ഈസ് ദ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. വോളിയം ഓഫ് ദ കണ്ടക്ടർ, ഏരിയയുടെ ടേംസിൽ എങ്ങനെ വോളിയത്തിന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് എന്ത് പറയുന്നത് മക്കളെ, വോളിയം എന്ന് പറയുന്നത്. ആർക്കും സംശയമില്ലല്ലോ, ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം എന്ന് പറയുന്നത്. ഇത് ഡെറിവേഷൻ ആണ്, ഫൈനൽ ആൻസർ മാത്രം പോരാ, ഡിറൈവ് ചെയ്യാൻ അറിയണം കേട്ടോ. സോ എങ്ങനെ എഴുതാം, ഏരിയ ഇൻറ്റു ലെങ്ത്, അതാണ് വോളിയം എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ അല്ലേ? സോ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ വോളിയം ഈക്വൽ ടു n ആണ്. ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ AL ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്തായിരിക്കും? എല്ലാവരും പറ. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്തായിരിക്കും? എല്ലാവരും പറ. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് n ആണ്, ടോട്ടൽ വോളിയം AL ആണ്, എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്തായിരിക്കും? NaL ആണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, എന്തായിരിക്കും? NaL ആയിരിക്കും. NaL. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോടാ? അടുത്തത് ചാർജ് ഓഫ് ദ കണ്ടക്ടർ എന്തായിരിക്കും? വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ദ കണ്ടക്ടർ? നിസ്സാരമായി തന്നെ പറയാം, Q ഈക്വൽ ടു NE. ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടോ? Q ഈക്വൽ ടു NE. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ചാർജ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തടാ. ചാർജ് ഈക്വൽ ടു എന്തായിരിക്കും? N നമുക്കറിയാം NaL ആണ്, അതിൻ്റെ കൂടെ E കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ NaLe. നാളെ NaLe, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുക, ഇതാണ് നമ്മുടെ ചാർജ് ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് ടൈം ടേക്കൺ ബൈ ദ ഫ്രീ ഇലക്ട്രോൺ ടു ഫ്ലോ ഫ്രം Q ടു P. ഈ പറയുന്ന Qയിൽ നിന്ന് Pയിലോട്ട് ഒരു ഇലക്ട്രോൺ ഫ്ലോ ചെയ്യണമെങ്കിൽ അതിനെടുക്കുന്ന സമയം എത്രയാണ്? അതായത് ഈ L എന്ന് പറയുന്ന നീളം കവർ ചെയ്യാൻ എത്രത്തോളം സമയമെടുക്കും? നിസ്സാരമാണ് മക്കളെ, നമുക്കറിയാം വെലോസിറ്റി ഈക്വൽ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നൊക്കെ നമ്മൾ എഴുതാറുണ്ടല്ലോ. ഇവിടെ എന്താണ്? L ആണ്. സോ L/T. അങ്ങനെയാണെങ്കിൽ T ഈക്വൽ എന്ത് എഴുതാം? L ഡിവൈഡഡ് ബൈ VD എന്ന് എഴുതാം. അത് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. സോ ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ VD. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 4 ആണ്. 4 അല്ല 5, 2 3 രീതിയിലെ. ഓക്കെ, ക്ലിയർ? സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4 ആൻഡ് ദിസ് വൺ ഈസ് ഇക്വേഷൻ നമ്പർ 5. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇനി നമുക്കറിയാം കറണ്ട് എന്താണ് മക്കളെ. കറണ്ടിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. I ഈക്വൽ എന്താണ്? Q/T ആണ്. ചാർജ് നമ്മൾ കണ്ടുപിടിച്ചു, NaLe ആണ്. സോ NaLe ഡിവൈഡ് ബൈ ടൈമിന് നമുക്ക് എന്ത് എഴുതാം? ടൈം ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ VD. L ഡിവൈഡ് ബൈ VD. റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ആണ്. NaLe ഇൻറ്റു VD ഡിവൈഡഡ് ബൈ എന്ത് വരും? L എന്ന് വരും. സോ എല്ലും ക്യാൻസൽ ചെയ്തു. സോ ഗൈസ് വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ആസ് NaEVD. എന്നെ വിടു എന്ന് പറഞ്ഞ് പഠിച്ച, എന്നെ വിടു എന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മറക്കില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ല, ഒരു തരി സംശയമില്ലാരോടാ. റെഡി. ബാരിയർ പൊട്ടൻഷ്യലൊക്കെ സെമി കണ്ടക്ടേഴ്സിൽ പറയും. നീ ഒരു നിൽ രമണ നിൽ. ഇത് ചാപ്റ്റർ ഏതാണെന്ന് പോലും അറിയാണ്ട് നീ എന്തൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ. സോ I ഈക്വൽ ടു NaEVD. ഇതാണ് നമ്മുടെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. വേണമെങ്കിൽ കറണ്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കാം. J ഈക്വൽ എന്താണ്? I/A ആണ്. സോ I എത്രയാണ്? NaEVD ആണ്. ഡിവൈഡ് ബൈ A കൊടുക്കുക. സോ എയും ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും മക്കളെ? NeVD എന്ന് കിട്ടും. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ഡെൻസിറ്റി ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. കറണ്ട് ഡെൻസിറ്റിയും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? പക്കയാണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എല്ലാവരും ഒരു ഹാർട്ട് ഇമോജി ഇടാവും. മുഴുവൻ മക്കളും എല്ലാവരും എനിക്കൊരു ഹാർട്ട് ഇമോജി ഇട്ട് തായോ. നിങ്ങൾ എന്തുവാ എനിക്ക് കുറച്ച് ഹൃദയം തരാൻ പറഞ്ഞാൽ ഇത്രയും മടി കാണിക്കുന്നത്? ഇങ്ങോട്ട് താടാ ഹൃദയം. നിങ്ങൾ എന്താണ് മക്കളെ ഇങ്ങനെ? പോരാ മോശം. അടുത്ത ചോദ്യത്തിലൂടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. അടുത്തൊരു അടിപൊളി ചോദ്യമാണ്. ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലാക്സേഷൻ ടൈം ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. റിലാക്സേഷൻ ടൈമും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് റിലാക്സേഷൻ ടൈമും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ? നിസ്സാരമാണ്, വളരെ സിമ്പിളാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡയറക്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുകയാണ്, വേറെ ഒന്നുമില്ലടാ. F ഈക്വൽ എന്താണ്? Ma ആണ്. ഇവിടെ ഒരു ചാർജ്, ഒരു ഇലക്ട്രോണിന് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അറ്റൈൻ ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? -EE ആയിരിക്കും. ശരിയല്ലേ? കാരണം F ഈക്വൽ എന്താണ്? QE ആണ്. ഇവിടെ ഇലക്ട്രോൺ ആയതുകൊണ്ട് -EE എന്ന് വരും. കാരണം മൈനസ് സൈൻ വരാൻ കാരണം ഈ പറയുന്ന ഇലക്ട്രിക് ഫോഴ്സും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നത് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ -EE എന്ന് വരും. ക്ലിയർ അല്ലേ? സോ എങ്ങനെ എഴുതാം? Ma ഈക്വൽ ടു -EE എന്ന് വരും. സോ A ഈക്വൽ ടു എന്ത് വരും? A ഈക്വൽ ടു എന്ത് വരും? -EE ഡിവൈഡഡ് ബൈ M എന്ന് വരും. ക്രിസ്റ്റൽ ക്ലിയർ ആയോടാ? ആക്സലറേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കാം. നിസ്സാരമാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മക്കളെ. യെസ്, നമ്മുടെ ഐപാഡ് ഹാങ് ആയി പോയോ ഗൈസ്? ഇല്ല, എല്ലാവരും ശ്രദ്ധിക്കണം. മുഴുവൻ മക്കളൊന്ന് ശ്രദ്ധിക്കുക. വളരെ നിസ്സാരമായി നമുക്ക് ചെയ്യാടാ.
സോ വി ഈക്വൽ എന്താ മക്കളെ യു പ്ലസ് എ ടി ആണ്. ഇവിടെ വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ തെർമൽ വെലോസിറ്റിയാണ്, ബിക്കോസ് റാൻഡം മോഷനിലായിരിക്കും. സോ ആവറേജ് ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. സോ 0 പ്ലസ് ആക്സലറേഷന് പകരം മൈനസ് ഇ ബൈ എം കൊടുക്കാം. മൈനസ് ഇ ബൈ എം ഇൻറ്റു ടൈമിന് പകരം റിലാക്സേഷൻ ടൈം. സോ വി ഡി ഈക്വൽ ടു മൈനസ് ഇ ബൈ എം ഇൻറ്റു ടോ എന്ന് വരും. ഇതാണ് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുക. പഠിക്കണം, കോൺഫിഡൻ്റ് ആയി എന്ന് വിചാരിക്കുന്നു. ഡെറിവേഷൻസ് എല്ലാം കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയി തന്നെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്വേഷൻ 1 ആണ്. എല്ലാത്തിനും നമ്പേഴ്സ് കൊടുക്കാം. 2 3 4. സോ 4 സെറ്റല്ലേ? ക്ലിഞ്ചറായി മനസ്സിലായില്ല, അടിപൊളിയായി മനസ്സിലായില്ലേ? ഒരു ഡെറിവേഷൻ ഒന്നല്ല 2 ഡെറിവേഷൻ ഈ ചാപ്റ്ററിൽ ഇനിയും പഠിക്കാനുണ്ട്. സോ അതിൽ അടുത്ത ഡെറിവേഷനിലോട്ട് കടക്കുന്നതിന് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. വാട്ട് ഈസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ എ കോപ്പർ കണ്ടക്ടിംഗ് വയർ ഓഫ് ക്രോസ് സെക്ഷൻ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നൽകിയിട്ടുണ്ട്, കറണ്ട് നൽകിയിട്ടുണ്ട്, നമ്പർ ഡെൻസിറ്റിയും നൽകിയിട്ടുണ്ട്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നിസ്സാരമാണ്. തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതിയാലോ? തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് എഴുതാം. ആദ്യത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ നമുക്ക് നൽകിയിട്ടുണ്ട്. എത്രയാണ്? 2 × 10⁻⁷ മീറ്റർ സ്ക്വയർ ആണ്. കറണ്ട് നമുക്ക് നൽകിയിട്ടുണ്ട് 2 ആംപിയർ ആണ്. നമ്പർ ഡെൻസിറ്റി n നൽകിയിട്ടുണ്ട് 9 × 10⁻28 ആണ്. ക്ലിയർ അല്ലടാ? എങ്ങനെ ചെയ്യാം? എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? നിസ്സാരമായി ചെയ്യാൻ പറ്റും, അടിപൊളിയായി ചെയ്യാൻ പറ്റും. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. സോ ഐ ഈക്വൽ ടു എൻ എ ഇ വി ഡി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ വി ഡി ഈക്വൽ ടു എന്ത് വരും? ഐ ഡിവൈഡഡ് ബൈ എൻ എ ഇ എന്ന് വരും. ശരിയല്ല? ഐ ഡിവൈഡ് ബൈ എൻ എ ഇ. എല്ലാ ടേംസും ഉണ്ട്. വി ഡി ഈക്വൽ ടു ഐ എത്രയാണ്? 2 ആണ്. എൻ എത്രയാണ്? 2 × 10⁻⁷ ആണ്. ഇൻറ്റു എ എത്രയാണ്? സോറി, എന്നിൻ്റെ വാല്യൂ എത്രയാണ്? n ഈക്വൽ ടു 9 ആണ്. റൈറ്റ്, ഓക്കെ. n ഈക്വൽ ടു 9 × 10⁻28 ആണ്. എ ഈക്വൽ ടു 2 × 10⁻⁷ ആണ്. ഇ എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁹ ആണ്. അടിപൊളിയായി മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതിയടാ മക്കളെ, കഴിഞ്ഞടാ. സോ വി ഡി ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ, നോക്കടാ, 9 × 2 18. 18 × 1.6 എത്രയാണ്? 28.8 ആണ്. സോ 28.8 ഇൻറ്റു പവേഴ്സ് ഒന്ന് ഇക്വേറ്റ് ചെയ്തടാ. 10⁻28. ഇവിടെ എത്ര? -19 -7 -26. അപ്പോൾ എത്ര വരും? 2 എന്ന് വരും. 10 സ്ക്വയർ. റെഡി അല്ലേ? സോ വി ഡി ഈക്വൾ എത്ര വരും? 0.07 × 10⁻² എന്ന് വരും. സോ വി ഡി ഈക്വൾ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 7 × 10⁻⁴ എന്ന് എഴുതാം. മീറ്റർ പെർ സെക്കൻഡ്. 7 × 10⁻⁴ മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടോ? 7 × 10⁻⁴ മീറ്റർ പെർ സെക്കൻഡ്. ഇത് മൈനസ് ആയിരിക്കും വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ വിൽ ബി ലൈക്ക് ദിസ്. മൈനസ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. റെഡി? സുര വീണ്ടും എന്താ സുരയെ ഞാൻ കാണാത്തതുകൊണ്ടിരിക്കുകയാണ്. സുര വീണ്ടും വന്നിട്ട് പഠിച്ചാൽ പാസ്സാവും, അത്രയേ ഉള്ളൂ. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. പലരും ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ മോട്ടിവേഷൻ ചോദിക്കുന്ന ആൾക്കാർ പഠിച്ചിട്ടുണ്ടെങ്കിൽ പാസ്സാവും, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് മൊമെൻറ്റിൽ ഇത് മാത്രം കണ്ട് ഞങ്ങൾ പോയി, അങ്ങനെയൊന്നുമില്ലപ്പാ. ഇത് പഠിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കാര്യങ്ങളും ഒരു വർഷം ഇരുന്ന് നമ്മൾ ഫിസിക്സ് പഠിച്ചാണല്ലോ. എന്നിട്ട് ലാസ്റ്റ് മൊമെൻറ്റിലെ മാരത്തോൺ ക്യുക്കായ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാനും പുതിയ കുഞ്ഞു കാര്യങ്ങൾ പഠിച്ചെടുക്കാനുമാണ് ഈ പറയുന്ന മാരത്തോൺ ലൈവ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. റെഡി സെറ്റ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഒന്നുകൂടി പറയാൻ ഒന്നുമില്ലല്ലോ അനിയ, എന്തുവാണത്? വീട് ഈ ഒരു ഇക്വേഷനിൽ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. വീട് കണ്ടുപിടിക്കണം. സോ ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തു. സോ ഗൈസ്, ദിസ് ഈസ് അവർ റൈറ്റ് ആൻസർ. അടുത്തൊരു ചോദ്യം, ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. റെസിസ്റ്റിവിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്താണ് റെസിസ്റ്റിവിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്യാം? ഞാൻ ഫൈനൽ ആൻസർ ഇവിടെ വേണേൽ എഴുതി തരാം. റോ ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ. ഇത് നമുക്ക് ഡിറൈവ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നോക്കണം. ഐ ഈക്വൽ ടു എന്താണ്? എൻ എ ഇ വി ഡി ആണ്. കറണ്ടിന് പകരം എന്ത് കൊടുക്കാം? വി ബൈ ആർ എന്ന് കൊടുക്കാം. ഈക്വൽ ടു എൻ എ ഇ. ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് പകരം ഇ ബൈ എം ഇൻറ്റു ടോ കൊടുക്കാം. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ വി ബൈ ആർ ഈക്വൽ ടു എൻ എ ഇ സ്ക്വയർ. എൻ എ ഇ സ്ക്വയർ, ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. എൻ എ ഇ സ്ക്വയർ ടോ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഇ എന്ന് കൊടുത്തു. റെഡി അല്ലേ? അടുത്ത സിംപ്ലിഫിക്കേഷൻ എല്ലാവരും ശ്രദ്ധിച്ചോ. സോ വി ബൈ ആർ ഈക്വൽ ടു എൻ എ ഇ സ്ക്വയർ. എൻ എ ഇ സ്ക്വയർ ടോ ഡിവൈഡഡ് ബൈ എം. ഇക്ക് വരെ എന്ത് എഴുതാം? വി ബൈ എൽ കൊടുത്തു. വിയും ക്യാൻസൽ ചെയ്തു. എല്ലിനെ ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ എൽ ഡിവൈഡ് ആറിനെ ഇങ്ങോട്ട് എടുത്തു. ആറ് ഈക്വൾ എന്ത് വരും? എൻ ഇ സ്ക്വയർ ടോ ഡിവൈഡ് ബൈ എം. ഇതിനെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 6 ഡിവൈഡഡ് ബൈ എൽ ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ. 6 ബൈ എൽ എന്താണ്? റോ ആണ്. സോ റോ ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ.
അടിപൊളിയായി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു ക്ലിഞ്ചർ മെസ്സേജ് എല്ലാവരും ഇത് അടിപൊളിയായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒരു ക്ലിഞ്ചർ മെസ്സേജ് ഇട്ടാൽ ഇനി നിങ്ങളേവരും കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം വീസ്റ്റോൺ ബ്രിഡ്ജും കിർച്ചോഫ് റൂളിലോട്ടൊക്കെയാണ് കടക്കാൻ പോകുന്നത്. സോ അതിന് മുമ്പ് നിങ്ങളെല്ലാവരും എനിക്കൊരു അടിപൊളി മെസ്സേജ് ഇട്ട് തരണം, ഒരു ക്ലിഞ്ചർ മെസ്സേജ് ഇട്ടണം. ഒരു കുഞ്ഞു ന്യൂമറിക്കൽ കൂടി വർക്കൗട്ട് ചെയ്ത് നമുക്ക് അതിലോട്ട് കിടക്കാം. ഒരു വളരെ ചെറിയ ന്യൂമറിക്കൽ കൂടി വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് കിർച്ചോഫ് റൂളിലോട്ടൊക്കെ കടക്കാം. അതുപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് സെൽ ഓറിയൻറ്റഡ് ഒരു കുഞ്ഞു ചോദ്യം കൂടിയിട്ട് അതിലോട്ട് കൂടി കടക്കേണ്ടതുണ്ട്. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ നോക്കണം, ശ്രദ്ധിക്കണം. റെഡി ഒന്ന് ശ്രദ്ധിക്കണം. ദ ഫിഗർ ഷോസ് 3 cylindrical copper conductors along with their faces are of length. Okay, rank them according to the current through them. അവയുടെ കറണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യുക. സോ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ കറണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ എളുപ്പത്തിൽ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റും. സോ ആദ്യത്തതിൻ്റെ ലെങ്ത് L ആണ്, ഏരിയ A ആണ്. സോ റെസിസ്റ്റൻസ് എന്ത് എഴുതാം? ഫസ്റ്റ് വണ്ണിൻ്റെ റെസിസ്റ്റൻസ്. സോ R1 = റോ L ബൈ A എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1 സിമ്പിൾ അല്ലേ? R = റോ L ബൈ A, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, രണ്ടാമത്തെ R2 നമുക്ക് കൺസിഡർ ചെയ്യാം. R2 ഇവിടെ നോക്കണം. റോ ലെങ്ത് എന്താണ്? 1.5 L ആണ്. ലെങ്ത് എത്രയാണ്? 1.5 L ആണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ റോ ഇൻറ്റു 1.5 L. ഏരിയ എന്താണ്? A/2 ആണ്. റെസിപ്രോക്കൽ മുകളിലോട്ട് 2 കൊണ്ടുവരുമ്പോൾ എന്ത് വരും? 3 റോ L ഡിവൈഡഡ് ബൈ A എന്ന് വരും, വിച്ച് വിൽ ബി ഈക്വൽ ടു 3R1 എന്ന് എഴുതാം. 3R1. സോ ഇതിന് ഇക്വേഷൻ നമ്പർ 2. അടുത്ത മൂന്നാമത്തെ R3 നമുക്ക് എടുക്കാം. അവിടെ എന്താ പ്രത്യേകത? A/2 L/2 ആണ്. സോ റോ ഇൻറ്റു L/2 ഡിവൈഡഡ് ബൈ എന്ത് വരും? A/2. ക്ലിയർ അല്ലേ? കാര്യം വൃത്തിയായി മനസ്സിലായ സംശയമില്ലാലോടാ. ആർക്കും തന്നെ സംശയമില്ല. റെസിപ്രോക്കൽ മൾട്ടിപ്ലൈയുടെ സോ റോ L ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2/L എന്ന് വരും. സോ 2 ക്യാൻസൽ ചെയ്താൽ പിന്നെന്താ വരിക? റോ ഇവിടെ A ആണ് വരിക. റൈറ്റ്, ഫൈൻ. റോ L ഡിവൈഡഡ് ബൈ A വിച്ച് വിൽ ബി ഈക്വൽ എന്നാണ്? അത് 6 തന്നെയാണ്. അത് R1 ഈക്വൽ ആണ്. സോ R1 ഈക്വലൻ്റ് ആണ്. ഇക്വേഷൻ നമ്പർ 3. ക്ലിയർ അല്ലേ? സോ അഥവാ R1 = R3 എന്ന് വരും. ക്ലിയർ അല്ലേ? ശ്രദ്ധിച്ചോ R1 = എന്ത് വരും? R3 എന്ന് വരും. അതുപോലെ തന്നെ R2 = എന്ത് വരും? 3R1 എന്ന് വരും. സോ റെസിസ്റ്റൻസ് R1നും R3ക്കും ഈക്വലാണ്. സോ അതിലുള്ള കറണ്ടും സെയിം ആയിരിക്കും. പക്ഷേ R2വിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്. സോ കറണ്ട് കുറവായിരിക്കും. സോ ഓപ്ഷൻ ഏതാണ്? I1 = I3 ഈസ് ഗ്രേറ്റർ ദാൻ ഓപ്ഷൻ ഡി ഈസ് അവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. കാരണം നോക്കണം, R1ഉം അതുപോലെ തന്നെ R3യിലും റെസിസ്റ്റൻസ് സെയിം ആയിരിക്കും. സോ കറണ്ട് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ആ റെസിസ്റ്റൻസിനേക്കാളും കൂടിയ റെസിസ്റ്റൻസാണ് R2വിനുള്ളത്. 3R1 അല്ലേ R2വിനുള്ളത്. സോ അതിനാൽ തന്നെ അവിടെ കറണ്ട് കുറവായിരിക്കും. ക്ലിയർ? സോ ഓപ്ഷൻ ഡി ഈസ് അവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മൾ എന്തെന്ന് പറയുക? ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. അടുത്ത ചോദ്യത്തിലൂടെ കിടക്കുന്ന ഒരു ന്യൂമറിക്കൽ കൂടി ചെയ്യാം, എന്നിട്ട് നമുക്ക് കിർച്ചോഫ് റൂളിലോട്ട് കിടക്കാം. അല്ലേ? മോശമല്ലടാ? തീർച്ചയായും മോശമാണ്. 2 cells of EMF 1.5 volt and 2 volt having internal resistance 0.2 ohm and 0.3 ohm respectively are connected in parallel. Calculate the EMF and internal resistance of equivalent cell. ഇവിടെ ആക്ച്വലി എങ്ങനെയാണ് കണക്ട് ചെയ്ത് ഒപ്പോസിഷൻ ആണോ അതുപോലെ തന്നെ സപ്പോർട്ടീവ് മോഡാണോ എന്നൊന്നും ഇവിടെ പറയുന്നില്ല. സോ അതിനാൽ തന്നെ സിംപ്ലി നിങ്ങൾക്ക് ഡയറക്റ്റായി തന്നെ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. സപ്പോർട്ട് മോഡിൻ്റെ ഫോർമുല യൂസ് ചെയ്യാം. സപ്പോർട്ട് മോഡ് പൊതുവേ പാരലൽ കോമ്പിനേഷൻ സപ്പോർട്ട് മോഡ് തന്നെയാണ് വരിക. സപ്പോർട്ട് മോഡിൻ്റെ ഫോർമുല ഒന്ന് മനസ്സിലാക്കി വെച്ച് നോക്കണം. E1/R1 പ്ലസ് E2/R2 ഇൻറ്റു R ഇക്വലൻറ്റ്. ഇതാണ് നെറ്റ് എന്ത് പറയുക? EMF എന്ന് പറയുക കേട്ടോ. ഇതാണ് നെറ്റ് EMF എന്ന് പറയുക കേട്ടോ. സപ്പോർട്ട് മോഡിൻ്റെ ഒപ്പോസിഷൻ ആണെങ്കിൽ ഇടയിൽ ഒരു മൈനസ് ഇട്ടാൽ മതി, വേറെ ഒന്നുമില്ല. ഇടയിലാണെങ്കിൽ ഇടയിൽ ഒരു മൈനസ് ഇട്ടാൽ മതി. ഇതിലാണ് ഒപ്പോസിഷൻ മോഡ്. ഒപ്പോസിഷൻ മോഡാണെങ്കിൽ ഇടയിൽ ഒരു മൈനസ് ഇട്ടാൽ മതി. അതായത് ഇവിടെ പ്ലസ് അല്ലേ, അതിന് പകരം എന്തിട്ടാൽ മതി? ഒരു മൈനസ് ഇട്ട് തന്നാൽ മതി. അതിന് പകരം ഒരു മൈനസ് ഇട്ടാൽ മാത്രം മതി. റൈറ്റ്, ക്ലിയർ അല്ലേ? പാരലിൽ ആക്ച്വലി ഇങ്ങനെയായിരിക്കും കേട്ടോ സപ്പോർട്ട് മോഡ് വരിക. ഇതാണ് സപ്പോർട്ട് മോഡ് കേട്ടോ. അതായത് സീരീസ് പോലെ പോസിറ്റീവ് എന്ന് വെച്ചാൽ ഒപ്പോസിഷൻ ആണ് വിചാരിക്കുന്നത്. പാരലിൽ ഇവിടെയും പോസിറ്റീവ് ആണെങ്കിൽ എന്ത് മോഡാണ്? ഇത് സപ്പോർട്ട് മോഡാണ് കേട്ടോ. മനസ്സിലാക്കുക, തെറ്റ് വരുത്തരുത്. മുകളിലും താഴെയും ഒരേപോലെ സിമിലർ വേയിലാണ് സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് സപ്പോർട്ട് മോഡാണ്. ഈ ഫോർമുലയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ ഒരു ഫോർമുലയാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. മനസ്സിലാക്കുക കേട്ടോ. റെഡി അല്ലേ? റെഡി ഫൈൻ. ഓക്കെ അല്ലേ മക്കളെ? കാര്യം വൃത്തിയായി തന്നെ മനസ്സിലായില്ലേ? സംശയമില്ലല്ലോ? ആർക്കും തന്നെ സംശയമില്ലല്ലോ? എങ്കിൽ നമുക്ക് ഇതിലോട്ട് കിടക്കാം. ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മതി, ഒന്നുമില്ല. സിംപ്ലി നിങ്ങളെല്ലാവരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. E1 വരെ എത്രയാണ്? 1.5 ഡിവൈഡ് ബൈ R1 വരെ എത്രയാണ്? 0.2 പ്ലസ് E2 എത്രയാണ്? 2 ആണ്. ഡിവൈഡ് ബൈ R2 എത്രയാണ്? 0.3 ഇൻറ്റു R ഇക്വലൻറ്റ് എന്ന് പറഞ്ഞാൽ പാരലൽ കോമ്പിനേഷൻ ആണ്, എല്ലാവർക്കും അറിയാം. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അറിയാം. RP = R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. റൈറ്റ്. അപ്പോൾ ഇൻറ്റു R1 എത്രയാണ്? R1 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. ഇൻറ്റു R2 എത്രയാണ്? 0.3 ആണ്. ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 0.2 പ്ലസ് 0.3 എന്ന് വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? EMF വോൾട്ടിൽ കിട്ടും.
സെറ്റ്. ഐ തിങ്ക് 1.7 ആണ് ആൻസർ തോന്നുന്നു കേട്ടോ. 1.7 വോൾട്ട് ഒന്ന് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ മതി. 1.7 വോൾട്ടാണ് ആൻസർ കിട്ടുക കേട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ല, സംശയമൊന്നുമില്ലല്ലോ മക്കളെ, വൃത്തിയായി തന്നെ മനസ്സിലായില്ലടാ. ഓക്കെ അല്ലടാ, സെറ്റ്. റെഡി 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 ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ, വൃത്തിയായി തന്നെ മനസ്സിലായില്ലടാ. സെറ്റ്. അതായത് ഇവിടെ R ഇക്വലൻറ്റ് കിട്ടുന്ന ഐ തിങ്ക് 0.12 ആണ് കിട്ടുക തോന്നുന്നു. 0.12 ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു, എനിക്ക് ആക്ച്വലി ഓർമ്മയില്ല. തുടങ്ങി. ക്വസ്റ്റനുമായിട്ട് വന്നിരിക്കും രാജു ജോസഫ് ഷെൻസെ ഫോർ 2H ക്വസ്റ്റ്യൻ വി യൂസ്. ഓക്കെ ഫൈൻ, എന്തൊക്കെയോ അവർ തന്നെ സംസാരിക്കുന്നത്, നമ്മളോട് വലിയ പ്രശ്നമൊന്നുമില്ല. സ്റ്റേറ്റ് 2 കിർച്ചോഫ് റൂൾസ് യൂസ്ഡ് ബൈ അനാലിസിസ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട് ആൻഡ് എക്സ്പ്ലെയിൻ. 2 കിർച്ചോഫ് റൂൾസ്. ആദ്യത്തെ ജംഗ്ഷൻ റൂളാണ്. എന്താ ജംഗ്ഷൻ റൂൾ പറയുന്നത്? ജംഗ്ഷനിലോട്ട് എത്രത്തോളം കറണ്ട് വരുന്നു അതിന് ഇക്വലൻ്റ് ആയ കറണ്ട് ജംഗ്ഷനിൽ നിന്ന് പോകും. ദ എമൗണ്ട് ഓഫ് കറണ്ട് എൻറ്ററിംഗ് ദ ജംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു എമൗണ്ട് ഓഫ് കറണ്ട് ലീവിംഗ് ഫ്രം ദ ജംഗ്ഷൻ ആണ്. ഇതാണ് നമ്മുടെ ജംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത്. ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് I1 I2 ആണ്, പോകുന്ന കറണ്ട് I3 I4 I5 ആണ്. എങ്കിൽ നമുക്ക് എന്ത് എഴുതാം? I1 + I2 വിൽ ബി ഈക്വൽ ടു I3 + I4 + എന്ത് എഴുതാം? I5 എന്ന് എഴുതാം. ഓർ എൽസ് അൾജിബ്രൈക് സം ഓഫ് ദ കറണ്ട് വിൽ ബി ഈക്വൽ ടു എന്ത് എഴുതാം? 0 എന്ന് എഴുതാം. ഇതാണ് ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. അടുത്തത് ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ നിസ്സാരമാണ്. ദ അൾജിബ്രൈക് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു EMF. കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും പ്രോഡക്റ്റ് ഗുണനഫലത്തിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? EMF കിട്ടും. ആ ലൂപ്പിലുള്ള EMF കിട്ടും. അതാണ് എന്ത് പറയുക? ലൂപ്പ് റൂൾ എന്ന് പറയുക. രണ്ടും മനസ്സിലാക്കുക, പഠിക്കുക, പഠിക്കുക, പഠിക്കുക. ഇതിനെ ഞാൻ എങ്ങനെ പറഞ്ഞു തരാമെന്ന് വെച്ചാൽ നോക്കണം. I1 R1 + I2 R2 + യെസ് IN RN വിൽ ബി ഈക്വൽ എന്ത് എഴുതാം? EMF ആയിരിക്കും. ക്രിസ്റ്റൽ ക്ലിയർ അല്ല? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? റെഡി 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 യെസ്. ഇതാണ് നമ്മൾ എന്ന് പറയുക ലൂപ്പ് റൂൾ എന്ന് പറയുക. കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെ അൾജിബ്രൈക് സം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ലൂപ്പിലുള്ള EMF കിട്ടും. സെറ്റല്ലേ? യെസ്. രാജു ജോസഫ്, നീ ബന്ധുലാത്ത കാര്യം ബഫർ ചെയ്തൊരു കാര്യമില്ല. ഞാൻ വീസ്റ്റം ബ്രിഡ്ജിലോട്ട് കിടക്കുന്നു. വീസ്റ്റം ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡെറിവേഷൻ ആണ്. നാളത്തെ ചോദ്യ പേപ്പറിൽ കാണാൻ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളതാണ് ഈ പറയുന്നത്. കാരണം ഞാൻ CBSE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഈ ഒരു കാര്യം കണ്ടുവരുന്നുണ്ട്. സോ ഇത് പഠിക്കേണ്ടതാണ്, നിങ്ങൾക്ക് അറിയേണ്ടതാണ്. യെസ്, റെഡി. വീസ്റ്റം ബ്രിഡ്ജ് ഇന്ന് പറയും. വീസ്റ്റം ബ്രിഡ്ജാണിത്. ഇതിന് എന്താ പേപ്പറാണ് പറയുന്നത്? ക്ലാസ് എത്ര 2 hours ആയി, 2 ചാപ്റ്റർ ഓവർ ആയിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ആകുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കണം. ചെറിയ ചാപ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ 30 minutes 20 minutes തീർക്കാം. ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഇതാണ് വീസ്റ്റം ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ. ഇതുപോലെ തന്നെ വരയ്ക്കാൻ പഠിക്കുക. PQRS എന്ന് പറയുന്ന 4 റെസിസ്റ്റേഴ്സ് ഈ ഒരു ഷേപ്പിൽ വേണം കണക്ട് ചെയ്യാൻ വേണ്ടി. നടുവിലൊരു ഗാൽവനോമീറ്റർ ഉണ്ട്. അതിൻ്റെ റെസിസ്റ്റൻസ് G ആണ്. ക്ലിയർ? ഇതൊരു സെല്ലാണ്. അതിലൂടെ I എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നു. A എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പോൾ I എന്ന് പറയുന്ന കറണ്ട് 2 സ്പ്ലിറ്റ് ആവുന്നു. I1 I2. I1 എന്ന് പറയുന്ന കറണ്ട് B എന്ന് പറയുന്ന ജംഗ്ഷൻ എത്തുമ്പോൾ IG I3 ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നു. I3 ആണ് Qയിലൂടെ ഫ്ലോ ചെയ്യുന്നത്. I1 ആണ് Pയിലൂടെ ഫ്ലോ ചെയ്യുന്നത്. I2 ആണ് Rയിലൂടെ ഫ്ലോ ചെയ്യുന്നത്. I2 എന്ന് പറയുന്ന കറണ്ട് D എന്ന് പറയുന്ന ജംഗ്ഷൻ എത്തുമ്പോൾ IGയുടെ കൂടെ കമ്പൈൻ ചെയ്ത് എന്താവുന്നു? I4 ആയിട്ട് Sയിലൂടെ ഫ്ലോ ചെയ്യുന്നു. കാര്യം വൃത്തിയായി മനസ്സിലായോടെ? സംശയമില്ലാലോ? സോ I എന്ന് പറയുന്ന കറണ്ട് I1 I2 ആയി സ്പ്ലിറ്റ് ചെയ്യുന്നു. I1 എന്ന് പറയുന്ന കറണ്ട് IG I3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. I2 എന്ന് പറയുന്ന കറണ്ടും IG എന്ന് പറയുന്ന കറണ്ടും കൂടി ചേർന്ന് I4 ആയിട്ട് Sയിലൂടെ ഫ്ലോ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ 2 ലൂപ്പുകൾ കൺസിഡർ ചെയ്യാം. ദിസ് വൺ ഈസ് ലൂപ്പ് 1, ദിസ് വൺ ഈസ് ലൂപ്പ് 2. 2 ലൂപ്പുകൾ കൺസിഡർ ചെയ്ത് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ പോകണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കുക. ബട്ട് ഓക്കെ ഫൈൻ. H=I² RT യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് പൊതുവേ അങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ V²/R × T ആണ് യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെസിസ്റ്റൻസിൽ മാറ്റം വരുത്തുമ്പോൾ കറണ്ടും മാറും. കാര്യം മനസ്സിലായി? എന്തുകൊണ്ട് V²/R × T യൂസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞുതരാം. റാംജിറാവോ ഓക്കെ, റാംജിറാവു ഒന്ന് ശ്രദ്ധിക്കടാ. അതായത് നമ്മൾ റെസിസ്റ്റൻസിൽ മാറ്റം വരുത്തുമ്പോൾ ഇപ്പോൾ V²/R × T യൂസ് ചെയ്താൽ റെസിസ്റ്റൻസ് മാറുമ്പോൾ വോൾട്ടേജ് മാറില്ല. നമുക്കറിയാം വോൾട്ടേജിന് മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു സർക്യൂട്ട് നമ്മൾ കറണ്ടിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാണ്. റെസിസ്റ്റൻസിൻ്റെ മാറ്റം വരുത്തിയാൽ ഉറപ്പായും കറണ്ട് മാറും. സോ ആ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം മനസ്സിലായി? അതുകൊണ്ടാണ് V²/R × T യൂസ് ചെയ്തത്. അല്ലെങ്കിൽ വേറെ ആൻസർ ആയിരിക്കും 2H പകരം ഐ തിങ്ക് H/2 ആണ് കിട്ടുകയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് റാംജിറാവ് സ്പീക്കിംഗ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊടുക്കുക. റാംജിറാവ് അത് മനസ്സിലാക്കുക കേട്ടോ. ഞാൻ റെഡി. സോ 2 ലൂപ്പുകളുണ്ട്, 1 ഉം 2 ഉം. നമ്മൾ ആദ്യം കിർച്ചോഫ് ലൂപ്പ് റൂൾ ഫസ്റ്റ് ലൂപ്പിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ABDA നോക്കടാ. ABDA എന്ന് പറയുന്ന ലൂപ്പിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ I1 എന്ന് പറയുന്ന കറണ്ട് Pയിലൂടെ ഫ്ലോ ചെയ്യുന്നു. സോ I1P. അടുത്തത് IG എന്ന് പറയുന്ന കറണ്ട് Gയിലൂടെ ഫ്ലോ ചെയ്യുന്നു. ക്ലോക്ക് വൈസ് ആണ്. സോ IGG. അടുത്തത് I2 എന്ന് പറയുന്ന കറണ്ട് Rയിലൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഫ്ലോ ചെയ്യുന്നത്. സോ -I2R. ക്ലിയർ അല്ലേ? -I2R. അവിടെ സെല്ലോ EMFO ഇല്ല. സോ ഈക്വൽ ടു 0. ഈ ലൂപ്പിനകത്ത് സെല്ലോ EMFO ഇല്ല. അതുകൊണ്ടാണ് ഈക്വൽ ടു 0 കൊടുക്കുന്നത് കേട്ടോ. സിമിലർ വേ. അടുത്തത് BCDB എന്ന് പറയുന്ന ഈ ലൂപ്പ് എടുത്തോ. BCDB ആ ലൂപ്പിനകത്ത് അപ്ലൈ ചെയ്തടാ. I3 എന്ന് പറയുന്ന കറണ്ട് Qയിലൂടെ ഫ്ലോ ചെയ്യുന്നു. സോ I3Q.
മൈനസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് I4 എന്ന് പറയുന്ന കറണ്ട് എസ്സിലൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ മൈനസ് I4S മൈനസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് IG എന്ന് പറയുന്ന കറണ്ട് ജിയിലൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ മൈനസ് IgG. അവിടെയും സെല്ലോ EMFO ഇല്ല. സോ ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2. അടുത്തത് ഈ ബ്രിഡ്ജിൻ്റെ ബാലൻസ്ഡ് കണ്ടീഷനാണ്. ബ്രിഡ്ജ് ബാലൻസ് ചെയ്താൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കില്ല. അഥവാ ഗാൽവനോമീറ്ററിലൂടെയുള്ള IG എത്രയായിരിക്കും? IG 0 ആയിരിക്കും. ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. IG വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ്റെ മക്കൾ നോക്കടാ, ഈ IG ഒക്കെ എന്തായിട്ട് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. ഈ രണ്ട് IG-യും ക്യാൻസൽ ചെയ്ത് പോയി. സോ പിന്നെ അവിടെ ഇക്വേഷൻ എന്താ ഉള്ളത്? I1P മൈനസ് I2R വിൽ ബി ഈക്വൽ ടു 0. സിമിലർ വേ I3Q മൈനസ് I4S വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 0. ഇത് ഇക്വേഷൻ നമ്പർ 3 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 4 ആണ്. നെഗറ്റീവ് സൈൻ ഉള്ളതൊക്കെ ഞാൻ റൈറ്റ് സൈഡിലോട്ട് എടുക്കുവാണ്. സോ I1P ഈക്വൽ ടു എന്ത് വരുടാ? I2R എന്ന് വരും. I3Q ഈക്വൽ ടു എന്ത് വരും? I4S എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ എത്ര അയച്ചു കൊടുക്കാം? 5. ഇത് 6. ഞാൻ രണ്ട് ഇക്വേഷൻ കൂടി ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഐ എം ഗോണ ഡിവൈഡ് ബോത്ത് ഇക്വേഷൻസ്. സോ എന്ത് വരും? I1P ഡിവൈഡഡ് ബൈ I3Q ഈക്വൽ ടു I2R ഡിവൈഡഡ് ബൈ I4S. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ബ്രിഡ്ജ് ബാലൻസ് കണ്ടീഷൻ ആണെങ്കിൽ IG എന്ന് പറയുന്ന കറണ്ട് 0 ആണെങ്കിൽ I1 എന്തിന് ഈക്വൽ ആയിരിക്കും? I3ക്ക് ഈക്വൽ ആയിരിക്കും. I2 എന്തിന് ഈക്വൽ ആയിരിക്കും? I4ന് ഈക്വൽ. ക്ലിയർ അല്ല? ഇങ്ങോട്ട് വരുന്ന കറണ്ട് ഇങ്ങോട്ട് പോകും. ഇത് രണ്ടും സെയിം ആയിരിക്കും. സോ I1ഉം I3യും ഈക്വൽ, I2ഉം I4ഉം ഈക്വൽ ആയിരിക്കും. സോ അത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തടാ. യെസ്, വളരെ വളരെ സിമ്പിൾ ആണ്. സോ I1ഉം I3യും ഈക്വൽ ആണ്. I2ഉം I4ഉം ഈക്വൽ ആണ്. അത് ഞാനിവിടെ എഴുതുന്നുണ്ട്. I1 ഈക്വൽ ടു I3 ആണ്. I2 ഈക്വൽ എന്തായിരിക്കും? I4 ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം? P/Q ഈക്വൽ എന്ത് എഴുതാം? R/S എന്ന് എഴുതാം. P/Q ഈക്വൽ ടു R/S. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായി? എല്ലാവർക്കും അടിപൊളിയായി കോൺഫിഡൻ്റ് ആയി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു മസിൽ ഇമോജി ഇടാവോ? എൻ്റെ മക്കൾക്ക് ഇത് കോൺഫിഡൻ്റ് ആയി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു മസിൽ ഇമോജി ഇടാവോ? എല്ലാവരും എനിക്ക് ചാറ്റ് ബോക്സിൽ ഒരു മസിൽ ഇമോജി ഇട്ട് തരാവോ? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. എങ്കിൽ നമുക്ക് രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത്. രണ്ടും പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്ന് കിർച്ചോഫ് ലൂപ്പ് റൂളിൻ്റെ വലിയൊരു അപ്ലിക്കേഷനാണ്. ഡീറ്റെയിൽ ആയിട്ട് ലൂപ്പ് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. കാരണം പരീക്ഷയിൽ അത് എക്സ്പെക്ട് ചെയ്യാം. പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനും സിമിലർ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. സോ അതുകൊണ്ട് അതിലോട്ട് കിടക്കുന്നു. അതിന് മുമ്പ് വളരെ ലളിതമായൊരു ചോദ്യം കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിക്കണം, ഇത് ഏറ്റവും ലളിതമായൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഫൈൻഡ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റെസിസ്റ്റൻസ് എക്സ്. എക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. വെൻ നോ കറണ്ട് ഫ്ലോസ് ത്രൂ 5 ഓം റെസിസ്റ്റൻസ്. അതായത് നമുക്കറിയാം ഇത് 5 ഓം റെസിസ്റ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. ഇത് നമ്മുടെ മീറ്റർ ബ്രിഡ്ജ് പോലെ വീസ്റ്റൺ ബ്രിഡ്ജ് പോലെ തന്നെ എടുത്തത് ഗാൽവനോമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ അതിലൂടെ കറണ്ട് ഇല്ല. അപ്പോൾ ബാലൻസ്ഡ് കണ്ടീഷനാണ്. ബാലൻസ്ഡ് കണ്ടീഷൻ എന്താണ്? ബാലൻസ്ഡ് കണ്ടീഷനിൽ P/Q ഈക്വൽ എന്താടാ? R/S ആണ്. അഥവാ X/18 എന്തിന് ഈക്വൽ ആണ്? 2/6 ഈക്വൽ ആയിരിക്കും. റെഡി അല്ലേ? X/18 2/6 ഈക്വൽ ആയിരിക്കും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 6x will be equal to 36 എന്ന് വരും. സോ x ഈക്വൽ ടു 36/6 ഈക്വൽ എത്ര വരും? 6 ഓം എന്ന് വരും. സോ x will be equal to 6 ഓം. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അന്തസ്സായിട്ട് ഏറ്റവും ലളിതമായി ഈ ഒരു ചോദ്യം മനസ്സിലായില്ലടാ? ഒരു തരി സംശയമില്ലല്ലോ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? പക്ഷേ അടുത്ത ചോദ്യം ഇത്രത്തോളം എളുപ്പമായിരിക്കണമെന്നില്ല. അടുത്ത ചോദ്യം ഇത്രത്തോളമല്ല ഇതുവരെ നമ്മൾ ചെയ്തതിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ചോദ്യമായിട്ട് നിങ്ങൾക്ക് ഈ ചോദ്യത്തെ കണക്കാക്കാം. ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ചോദ്യമാണ്. ഇതിന് സമാനമായ സർക്യൂട്ടുകൾ നിങ്ങൾക്ക് തന്നിട്ട് അവിടെയുള്ള എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറയും? കറണ്ട് ഓരോന്നായി കണ്ടുപിടിക്കാൻ പറയും. നിസ്സാരമായി തന്നെ സോൾവ് ചെയ്യാം. ഇവിടെ നോക്കണം, ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. E1ഉം E2ഉം രണ്ടിനെയും EMF തന്നിട്ടുണ്ട്. നമ്മളോട് കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. കറണ്ട് ത്രൂ ഓൾ ബ്രാഞ്ചസിൽ കറണ്ട് എന്ന് വെച്ചാൽ I1 I2 I ഇത് മൂന്നും കണ്ടുപിടിക്കണം. രണ്ട് സെല്ലുകൾ E1 E2 ഉണ്ട്. സോ ആദ്യം നമുക്ക് ഓരോരോ ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് ഏറ്റവും ഔട്ടർ ലൂപ്പ് എടുക്കാം. AEFBA എന്ന് പറയുന്ന ഔട്ടർ ലൂപ്പ് എടുക്കാൻ പോവാണ്. ശ്രദ്ധിക്കണം, AEFBA ലൂപ്പ് റൂൾ അറിയാതെ ഇവിടെ നമുക്ക് ഒരു അടി അനങ്ങാൻ പറ്റൂല. ലൂപ്പ് റൂൾ വൃത്തിയായി നിങ്ങൾ കാരണം. AEFBA നോക്കടാ, AEFBA. ഓക്കെ റൈറ്റ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടുകളും അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെയൊക്കെ പ്രോഡക്റ്റ് എടുക്കാം. സോ I1 എന്ന് പറയുന്ന കറണ്ട് 1 ഓമിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്, അറിയാലോടാ. സോ I1 × 1 പ്ലസ് കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും പ്രോഡക്റ്റ് എടുക്കണ്ടേ. അടുത്ത I എന്ന് പറയുന്ന കറണ്ട് 12 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്നു. സോ I × എന്ത് വരും? 12 ഈക്വൽ ടു ഇവിടെയുള്ള സെല്ലോർ EMF ഏതാണ്? ഔട്ടർ ലൂപ്പിനകത്ത് E1 ആണ്, ശരിയല്ലേ? സോ ഈക്വൽ ടു E1. അടിപൊളിയായി മനസ്സിലായില്ലടാ? സംശയമില്ലാലോ? ഇത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. അഥവാ I1ഉം I2ഉം കൂടി ചേരുന്നതാണ് എന്ത് പറയുക? I എന്ന് പറയുക, ശരിയല്ലേ? നോക്കടാ, I1ഉം I2ഉം കൂടി ഈ ജംഗ്ഷനിൽ വെച്ച് മീറ്റ് ചെയ്യുമ്പോഴാണ് I I2 മാറുന്നത്. ജംഗ്ഷൻ റൂൾ പ്രകാരം രണ്ടും ഈക്വൽ ആയിരിക്കും. സോ I1ഉം I2ഉം എന്തിന് ഈക്വൽ ആണ്? Iക്ക് ഈക്വൽ ആണ്. റീപ്ലേസ് ചെയ്യാൻ പോവാണ്. സോ I1 പ്ലസ് 12 × Iക്ക് പകരം എന്ത് കൊടുക്കാം? I1 പ്ലസ് I2 എന്ന് കൊടുക്കാം.
വിച്ച് വിൽ ഈക്വൽ ടു എന്താണ് E1 ആണ്. സോ I1 പ്ലസ് 12I1 പ്ലസ് 12I2 വിൽ ബി ഈക്വൽ ടു E1 എത്രയാണ്? E1 എന്ന് വെച്ചാൽ 1.8 ആണ്. സോ 1.8. സോ I1 പ്ലസ് I1 ഉം 12I1 ഉം എത്രയാണ്? 13I1 ആണ്, റൈറ്റ്. 13I1 പ്ലസ് 12I2 വിൽ ബി ഈക്വൽ എന്ത് എഴുതാം? 1.8 എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1 ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായോ? 13I1 പ്ലസ് 12I2 ഈക്വൽ ടു 1.8 എന്ന് എഴുതാം. അടിപൊളിയായിട്ട് എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ലൂപ്പ് കൺസിഡർ ചെയ്യാം. DEFCD എന്ന് പറയുന്ന ലൂപ്പാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. DEFCD എന്ന് പറയുന്ന താഴെയുള്ള ലൂപ്പാണ് നമ്മൾ അടുത്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനകത്ത് ലൂപ്പ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. സോ എന്ത് വരും? ഏതൊക്കെയാണ്? I2 എന്ന് പറയുന്ന കറണ്ട് 1 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്നു. സോ I2 × 1 പ്ലസ് നോക്കടാ I എന്ന് പറയുന്ന കറണ്ട് 12 ഓമിലൂടെ ഫ്ലോ ചെയ്യും. ഈ ലൂപ്പ് എടുത്താണ്ട് ഈ ലൂപ്പ് എടുക്കുവാണെങ്കിൽ സോ I എന്ന് പറയുന്ന കറണ്ട് 12 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ I × എന്ത് വരും? 12 പ്ലസ് പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഏതിലാണ്? പിന്നെ നമുക്കില്ല. പിന്നെ ഉള്ളത് E2 ആണ്. ആ ലൂപ്പിലുള്ള EMF E2 ആണ്. സോ പ്ലസ് അല്ല വേണ്ടത്, ഈക്വൽ ടു E2. റെഡി അല്ലേ? സോ I2 പ്ലസ് 12I ഈക്വൽ ടു എന്ത് വരും? E2 എന്ന് വരും. ഐക്ക് ഞാൻ I1 പ്ലസ് I2 കൊടുക്കുവാണ്. സോ I2 പ്ലസ് 12 × I1 പ്ലസ് I2 വിൽ ബി ഈക്വൽ എന്ത് വരും? E2 എന്ന് വരും. സോ I2 പ്ലസ് 12I1 പ്ലസ് 12I2 ഈക്വൽ എന്ത് വരും? E2 എന്ന് വരും. സോ I2 ഉം 12I2 എത്രയാണ്? 13I2 പ്ലസ് 12I1 വിൽ ബി ഈക്വൽ ടു E2ൻ്റെ വാല്യൂ എത്രയാണ്? ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത് 2 വോൾട്ട് ആണ്. സോ ഈക്വൽ ടു 2. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അടിപൊളിയായി മനസ്സിലായില്ലേ? അന്തസ്സായി മനസ്സിലായില്ലേ? നമുക്ക് രണ്ടും കൂടി എന്ത് ചെയ്യാം? രണ്ട് ഇക്വേഷൻ എഴുതിയിട്ട് ഒന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി. സോ ഐ എം ടേക്കിംഗ് ദ ഇക്വേഷൻ നമ്പർ 1. ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എടുക്കുവാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കോപ്പി. രണ്ട് ഇക്വേഷനും കൂടി എടുത്തിട്ട് നമ്മളൊന്ന് റിസോൾവ് ചെയ്താൽ മാത്രം മതി. വേറെ ഒരു പണിയുമില്ല. സിംപ്ലി രണ്ട് ഇക്വേഷൻ നമ്മൾ അന്തസ്സായിട്ട് തന്നെ എടുത്തു. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ കുറച്ച് ഒരു കാര്യം നിങ്ങൾ വളരെ ലളിതമായ ഒരു കാര്യം ചെയ്താൽ മതി. അതായത് രണ്ടിലും ഇപ്പോൾ നോക്കടാ, ഇവിടെ I2 13I2 ആണ്, ഇവിടെ 12I2 ആണ്. 13I1 ആണ്, 12I1 ആണ്. സോ അതിനാൽ തന്നെ ഞാൻ മുകളിൽ ഞാൻ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? മുകളിൽ ഞാൻ 13 വെച്ചും താഴെ ഞാൻ 12 വെച്ചും മൾട്ടിപ്ലൈ ചെയ്തു. സിംപ്ലി അങ്ങനെയാണ് ഈക്വേഷൻ ഇങ്ങനെ മാറി നോക്കണം. 13 × 13 എത്രയാണ്? 13 × 13 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 169I2 പ്ലസ് 13 × 12 എത്രയാണ്? 150 എങ്കേയോ പോച്ച്. യെസ്, ശ്രദ്ധിക്കണം. 156 ആണ്. സോ 156I1 ഈക്വൽ ടു എത്ര വരും? 26 എന്ന് വരും. ഈക്വൽ ടു 26. റെഡി അല്ലേ? സിമിലർ വേ 156I1 പ്ലസ് 144 ഓ മൈ ഗോഡ് 144I2 വിൽ ബി ഈക്വൽ ടു 12 × 1.8 21.6 ആണ്. റെഡി അല്ലേ? കാര്യം മനസ്സിലായി. ഇനി നമുക്ക് നോക്കണം. രണ്ടും കൂടി ഞാൻ മൈനസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? 156I1 ഉം 156I1 ഉം ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ 169I2 ഉം 144I2 ഉം തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് എത്രയാണ് വരിക? 25 ആണ്. സോ 25I2 ഈക്വൽ ടു 26 മൈനസ് 21.6 എത്രയാണ്? 4.4 ആണ്. അങ്ങനെയാണെങ്കിൽ I2 ഈക്വൽ എന്ത് വരും? 4.4 ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. 4.4 ഡിവൈഡ് ബൈ 25 എത്രയാണ് മക്കളെ? 0.176 ആംപിയർ ആണ്. സോ വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് I2 ഈക്വൽ ടു 0.176 ആംപിയർ എന്ന് കിട്ടും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? I2 നമുക്ക് അടിപൊളിയായി കിട്ടിയോ? 0.176 ആംപിയർ. ഈ I2 എടുത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏത് ഇക്വേഷൻ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് I2 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? I1 കിട്ടും. സിമ്പിൾ. വളരെ വളരെ ലളിതമായ കാര്യം. ശ്രദ്ധിക്കണം. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ഞാൻ I2 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ 13I1 പ്ലസ് 12 × I2 എത്രയാണ്? 0.176 ഈക്വൽ ടു എത്ര കിട്ടും? 1.8 എന്ന് കിട്ടും. സോ ഇത് സിംപ്ലിഫൈ ചെയ്താൽ I1 ആൻസർ മൈനസ് 0.024 ആംപിയർ എന്ന് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. സോ I1 കിട്ടി. ഇനി ടോട്ടൽ കറണ്ട് I കൂടി കണ്ടുപിടിക്കണം. അത് നിസ്സാരമാണ്. I ഈക്വൽ എന്ത് ചെയ്താൽ മതി? I1 പ്ലസ് I2 ചെയ്താൽ മതി. സോ I ഈക്വൽ ടു I1 എത്രയാണ്? മൈനസ് 0.024 ആണ്. I2 നമ്മളിവിടെ കണ്ടുപിടിച്ചു. 0.176 രണ്ടും കൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.152 ആംപിയർ എന്ന് നമുക്ക് എന്ത് കിട്ടും? I അഥവാ ടോട്ടൽ കറണ്ട് കിട്ടും. സോ ഇതുപോലൊരു ലൂപ്പ് തന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞാലും എൻ്റെ മക്കൾ നിസ്സാരമായി സിംപ്ലിഫൈ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അടിപൊളി ചോദ്യം അല്ലേ? ഇയർ ഡ്രോപ്പ് അല്ലേ? ഇയർ ഡ്രോപ്പ് റെഡി. ഓക്കെ, അടുത്ത ചാപ്റ്റർ ഏതാണ് മിസ്റ്റർ പെരേര? പറയൂ. പറയില്ല, അതൊരു സർപ്രൈസ് ആയിരിക്കുകയാണ്. ഇപ്പൊ കാണും സർപ്രൈസ്.
അത് ഏതാണ് ആ സർപ്രൈസ് ചാപ്റ്റർ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. യെസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് ആ സർപ്രൈസ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ജസീൽ സാർ മക്കളെ ഇലക്ട്രിക് പൊട്ടൻഷ്യലായിട്ട് വീണ്ടും തിരിച്ചു വരുന്നു. സോ ടാറ്റ ബൈ ബൈ. ഞാൻ ഇനിയും ചാപ്റ്റർ ഉണ്ട്, സോ എല്ലാം കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ. ഓൾ സെറ്റ്. അവിടെ എന്താ കറക്റ്റായിട്ട് വന്നല്ലോ, വന്നു. ബൈ. ഹായ് മക്കളെ, ഹലോ മക്കളെ, സുഖമാണ് എല്ലാവർക്കും? വാട്ട് ഹാപ്പൻഡ്? റെഡി? എന്നെ കാണുന്നില്ല. ഞാൻ കയറി വരുന്നു. മക്കളെ അടുത്ത ചാപ്റ്റർ നോക്കാം. ഓക്കെ, ഉണ്ടായിക്കോട്ടിരുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസ് ആണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഉഷാറാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കാം. റെഡി? അപ്പോൾ നമ്മൾ ആദ്യം വെയിറ്റേജ് കൂടിയ കുറേ ചാപ്റ്ററാണ് ഡീൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുഞ്ഞു ചാപ്റ്റർ എന്ത് ചെയ്യാം, ഡീൽ ചെയ്യാം. യെസ് എടാ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനകത്ത് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് നോക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാൽ ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മളൊരു ഗിവൺ ചാർജിനെ ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് ഉണ്ടല്ലോ, അതിനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ ഗിവൺ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദാറ്റ് പോയിന്റ് വിത്തൗട്ട് ആക്സിലറേഷൻ. നമ്മൾ കൊണ്ടുവരുമ്പോൾ ചാർജിനെ ആക്സിലറേറ്റ് ചെയ്യിക്കാൻ പാടില്ല. റെഡി? അപ്പോൾ അതാണ് നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ ആ കൊണ്ടുവരുന്ന ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന ചാർജ് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ എന്താ മക്കളെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ്. പൊട്ടൻഷ്യൽ നമ്മൾ വി എന്ന് പറയുന്ന ലെറ്ററാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ചാർജ് ആണ്, അല്ലെങ്കിൽ വർക്ക് പെർ യൂണിറ്റ് ചാർജ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാം ജൂൾ പെർ കൂളമാണ്. പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് എന്താണ് മക്കളെ? പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് ജൂൾ പെർ കൂളമാണ്. അല്ല എങ്കിൽ മറ്റൊരു യൂണിറ്റും കൂടെ നമുക്ക് പറയാം വോൾട്ട് എന്ന് പറയുന്നതും പൊട്ടൻഷ്യൽ യൂണിറ്റ് ആണ്, വോൾട്ട് എന്ന് പറയുന്നത്. റെഡിയല്ലേടാ മക്കളെ? ഇതെന്ത് ക്വാണ്ടിറ്റിയാണ് ഒന്ന് പറഞ്ഞേ? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി ഒരു എക്സ്പ്രഷനാണ്, ഒരു പോയിന്റ് ചാർജ് പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഡെറിവേഷൻ. സിമ്പിൾ ഡെറിവേഷൻ ആണ്, വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. നോക്കടാ, എൻ്റെ കയ്യിൽ ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. എനിക്ക് പി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ചാർജിനെ ഞാൻ ആ പിയിൽ കൊണ്ടുവെക്കാൻ ചെയ്യുന്ന വർക്കിനെയാണ് പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വർക്കിനെ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നു. അതിനുവേണ്ടി ഞാൻ എടുക്കുന്ന പരിപാടി ഒരു ആർബിട്രറി പോയിന്റ് എടുത്തു, ഒരു എക്സ് ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് എടുത്തു. അവിടെ ഒരു ചാർജ് ഇരിപ്പുണ്ട് ക്യൂ നോട്ട്, അതൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. ആ ചാർജിനെ ഒരു കുഞ്ഞ് ഡിസ്റ്റൻസ് ഡി എക്സ് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ് ഞാൻ മൂവ് ചെയ്യിച്ചു. അതിനാവശ്യമായ വർക്കിനെ കണ്ടുപിടിക്കുന്നു. നമുക്കറിയാം കുഞ്ഞു വർക്കല്ലേടാ, കുഞ്ഞു വർക്കാണെങ്കിൽ അത് ഡി ഡബ്ല്യു ആയിരിക്കും. ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു നമുക്കറിയാം എഫ് ഇൻറ്റു ഡി എക്സ് ഇൻറ്റു കോസ് തീറ്റയാണ്. തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടും പോസിറ്റീവ് ചാർജ് ആണല്ലേ. രണ്ടും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ട്. ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എടുക്കാം 180 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് ആ വർക്കിനെ ഇങ്ങനെ എഴുതാം, ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് എന്താണ് മക്കളെ എഫ് ഡി എക്സ് എന്ന് എഴുതാം. മക്കളെ ശ്രദ്ധിക്കടാ, ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ഡി ഡബ്ല്യു നമ്മൾ ഇതിനൊന്ന് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡബ്ല്യു എന്ന് കിട്ടും. ഇൻറ്റഗ്രൽ നമ്മൾ എവിടം മുതൽ എവിടം വരെയാണ് ചാർജിനെ കൊണ്ടുവരുന്നത്? ഇനിഷ്യലി മക്കളെ അത് ഇൻഫിനിറ്റിയിലാണ്. ഇൻഫിനിറ്റി നിന്ന് ആറ് വരെ കൊണ്ട്, അപ്പോൾ ഇൻഫിനിറ്റി ടു ആർ. ഓക്കെ, ഇൻഫിനിറ്റി ടു ആർ മൈനസ് എന്താണ് മക്കളെ എഫ് ഡി എക്സ്. ഇതാണ് നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സിന് പകരം നമുക്കൊരു ഇക്വേഷൻ കൊടുക്കാം. 1/4πε0 ക്യൂ നോട്ട് ബൈ എന്താണ് മക്കളെ ആർ സ്ക്വയർ. ആറിന് പകരം നമ്മൾ എടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്നാണ്, ഇനിഷ്യലി എടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. നമ്മളിപ്പോൾ എക്സ് ഒരു ആർബിട്രറി ഡിസ്റ്റൻസ് എടുത്തിരിക്കും, അപ്പോൾ എക്സ് എന്ന് വിളിക്കാം. കാരണം ആ എക്സ് ഒരു വേരിയബിൾ ആണ്. നമ്മളിങ്ങനെ കൊണ്ടുവരുന്നതനുസരിച്ച് എക്സ് മാറിക്കൊണ്ടിരിക്കും. എക്സ് വേരിയബിൾ ആയതുകൊണ്ട് ആറിന് പകരം ഞാൻ അവിടെ എന്താ കൊടുക്കുന്നത്? എക്സ് എന്നാണ് കൊടുക്കുന്നത്. എക്സ് സ്ക്വയർ എന്ന് കൊടുത്തു. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ക്യൂ നോട്ട് ഈക്വൽ ടു എന്താണ് മക്കളെ 1 യൂണിറ്റ് ആയതുകൊണ്ട് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 1/4πε0 ക്യൂ ബൈ എക്സ് സ്ക്വയർ. അതെന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം.
ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പഠിച്ചാൽ കുഴപ്പമില്ല, കാരണം 1/4πε0 Q സെക്കൻഡ് ചാർജ് 1 കൂളം ആണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയിരിക്കും. റെഡിയല്ലേ മക്കളെ? ഇനി നമ്മൾ അടുത്ത എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, അപ്പോൾ ഈ വർക്ക് എന്തായിട്ട് മാറും? ഈ വർക്കാണ് നമ്മളുടെ ഈ വർക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആ വർക്കിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം V is equal to integral infinity to R minus 1/4πε0 Q by x square dx. നമുക്ക് കോൺസ്റ്റൻ്റ് ഒക്കെ പുറത്താക്കാം. -1/4πε0 ക്യൂവിനെ നമ്മൾ പുറത്താക്കി എക്സ് സ്ക്വയറിനെ മുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എക്സ് റേസ് ടു എന്താവും മക്കളെ? -2 എന്തായി? dx ആയി. ഈ ഫോർമുല എല്ലാവരും ബൈഹാർട്ട് ചെയ്യുക. എക്സ് റേസ് ടു -2 dx എന്ന് പറയുന്നത് -1/x ആണ്. ഈ ഫോർമുല എല്ലാവരും ബൈഹാർട്ട് ചെയ്യുക. എക്സ് റേസ് ടു -2 dx എന്നാണ്, -1/x ആണ്. അത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്റഗ്രൽ എക്സ് റേസ് ടു dx എക്സ് റേസ് ടു n+1 ഡിവൈഡ് ബൈ എന്താണ് മക്കളെ? n+1 ആണ്. റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേടാ? എങ്കിൽ നമുക്ക് എഴുതാം V is equal to -1/4πε0 Q -1/x up to the limit infinity to R. ഇനി എന്താ ചെയ്യണം? ലാസ്റ്റ് സ്റ്റെപ്പ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ആൻസർ കിട്ടി. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അതിന് മുമ്പ് മൈനസ് ഒക്കെ വെട്ടി ചത്തുപോയി. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുന്നു. ദെൻ V is equal to നമുക്ക് എഴുതാം 1/4πε0 Q ഉണ്ട്. അപ്പർ ലിമിറ്റ് R ആണ്, ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. 1/∞ നമുക്ക് എല്ലാവർക്കും അറിയാം 1/∞ മൊട്ടയാണ്. ദെൻ V is equal to 1/4πε0 Q by R എന്ന് കിട്ടി. ദിസ് എക്സ്പ്രഷൻ ഫോർ എന്താണ്? പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ അന്തസ്സായിട്ട് നമ്മളിതാ ഡിറൈവ് ചെയ്തിരിക്കുന്നു, ഡബിൾ അന്തസ്സായിട്ട് ഡിറൈവ് ചെയ്തിരിക്കുന്നു. മക്കളെ ഈ ഇക്വേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ കയ്യിലൊരു ചാർജ് ഉണ്ട്, Q എന്ന് പറഞ്ഞ ചാർജ്. R ഡിസ്റ്റൻസിലുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V is equal to 1/4πε0 Q by എന്തായിരിക്കും മക്കളെ? R ആയിരിക്കും. ഇത് സിമിലർ ടു ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിച്ചതാണ് 1/4πε0 എന്താണ് മക്കളെ? Q by എന്താണ്? R² ആണ് ഇലക്ട്രിക് ഫീൽഡ്. റെഡിയായോ? ഇനി ഇവർ തമ്മിൽ റിലേഷൻ കൊടുക്കാൻ വേണമെങ്കിൽ V/E നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനെ ഇതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും മക്കളെ? R എന്ന ആൻസർ കിട്ടും. 1/4πε0 Q വെട്ടിക്കളയാം, ഒരു R² വെട്ടിക്കളയാം, R ചാടി മുകളിൽ കയറുന്നു. അങ്ങനെ നമുക്ക് E/V is equal to R എന്നൊരു ഇക്വേഷൻ, അല്ലെങ്കിൽ V is equal to E into R നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് സാധിക്കും. ഇതേ സിമിലർ വേ നമ്മൾ അടുത്തത് 2 ചാർജ് ഉണ്ടെങ്കിലോ, Q1ഉം Q2 2 ചാർജ് ഉണ്ട്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, പൊട്ടൻഷ്യൽ ഇൻറ്റു എന്താണ് മക്കളെ? ചാർജ് ആണ് അല്ലേ? പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ആണ് അല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എഴുതി പിടിച്ചോ. എന്താണ്? 1/4πε0 Q1 അതാണ് പൊട്ടൻഷ്യൽ. Q1 by എന്താണ്? R ആണ് പൊട്ടൻഷ്യൽ, ഇൻറ്റു എന്താണ്? Q2. ദിസ് ഈസ് പൊട്ടൻഷ്യൽ എനർജി. ഇതാണ് 2 ചാർജുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ. ദിസ് ഈസ് പൊട്ടൻഷ്യൽ. ഇത് പൊട്ടൻഷ്യലാണ്, ഇത് ഇലക്ട്രിക് ഫീൽഡാണ്. ഇതെന്താണ് മക്കളെ? പൊട്ടൻഷ്യൽ എനർജിയാണ്. സിമിലർ വേ നമ്മൾ അവിടെ പഠിക്കുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ വരെ നമ്മൾ അവിടെ പഠിക്കുന്നത്, ആ ചാപ്റ്റർ പഠിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താ പഠിക്കുന്നത്? ഫോഴ്സ് ആണ്. 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ മക്കളെ എന്താണ്? R² എന്ന് വരും. അവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്? ഫോഴ്സ് ആണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ഇവിടെ പഠിക്കുന്നത് പൊട്ടൻഷ്യൽ ആണെങ്കിൽ നമ്മൾ അവിടെ പഠിക്കുന്നത് എന്തായിരിക്കും മക്കളെ? ഫോഴ്സ് ആണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേ? ഇനി ഇവർ തമ്മിൽ 2 ഗ്രാഫ് ഉണ്ട്. ഇവർ തമ്മിലുള്ള ഗ്രാഫ്, അതായത് ഇലക്ട്രിക് ഫീൽഡും വോൾട്ടേജും തമ്മിലുള്ള ഗ്രാഫ് ഡിസ്റ്റൻസ് ആണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, നിങ്ങളൊരു വര വരയ്ക്കുക. നമുക്കറിയാം E ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു R², അതേപോലെ വോൾട്ടേജ് ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ് മക്കളെ? R ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം ഒരു ഗ്രാഫ് വരയ്ക്കുക. ദിസ് ഗ്രാഫ് ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഗ്രാഫ്. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഗ്രാഫ്. അടുത്ത വോൾട്ടേജിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നു. ശ്രദ്ധിക്കുക, വോൾട്ടേജിൻ്റെ ഗ്രാഫ് എപ്പോഴും പുറകിൽ നിന്ന് വേണം വരയ്ക്കാൻ. എന്നിട്ട് ഒരു പോയിന്റിലെത്തുമ്പോൾ ഇവരെന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. ഇവിടെ R ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? R ഈസ് ഈക്വൽ ടു 1 മീറ്റർ ആണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ഇലക്ട്രിക് ഫീൽഡും വോൾട്ടേജും എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇതാണ് വോൾട്ടേജിൻ്റെ ഗ്രാഫ്. രണ്ടും ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആണ്. ഒന്ന് R²ഉം ഒന്ന് R ആണ്. അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമാണ്. ആദ്യം ഇലക്ട്രിക് ഫീൽഡാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ഫീൽഡാണ്. ഫസ്റ്റ് തുടക്കം ഇലക്ട്രിക് ഫീൽഡ് ഫസ്റ്റിന് പോകുന്നു, വോൾട്ടേജ് പുറകിന് വരുന്നു. ഇങ്ങനെ വന്ന് അവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് ഓവർടേക്ക് ചെയ്ത് പോയി, ഇവൻ താഴോട്ട് പോയി. അത്ര ആലോചിച്ചാൽ മതി.
ഈ ഗ്രാഫ് ഒന്ന് പഠിച്ചു വെച്ചോ. ഇമ്പോർട്ടൻറ്റ് ഗ്രാഫാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഗ്രാഫാണ്. റെഡി? യെസ് മക്കളെ, മനസ്സിലായോടാ? യെസ്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അറിഞ്ഞിരിക്കുക, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. ഓർക്കുക, പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്നത് ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലോട്ടാണ്. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ലോവറിൽ നിന്ന് ഹയറോട്ട്. ഒരു ബാറ്ററി എടുത്താൽ ഇലക്ട്രോൺ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടല്ലേ കറണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ആയത്. അപ്പം നമുക്ക് പറയാൻ പറ്റും നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ലോവർ ടു ഹയർ ആണ് മൂവ് ചെയ്യുന്നത്. റെഡിയല്ലേ മക്കളെ? ഇനി അതല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. എൻ്റെ കയ്യിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ഇലക്ട്രോണിനെ വെച്ചു. ദിസ് ഈസ് ഇലക്ട്രോൺ. നമുക്കറിയാം ഇവിടെ എന്താടാ, ഇത് ലോവർ പൊട്ടൻഷ്യലാണ്. ഇതിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഇത് ഹയർ പൊട്ടൻഷ്യലാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇലക്ട്രോൺ ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുന്നത്? കാരണം ഇത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ട് ചെയ്യും. ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് ലോവർ ടു ഹയർ. ചാർജിന് അടുത്തോട്ട് വരുമ്പോൾ പൊട്ടൻഷ്യൽ കൂടും, ഹയർ പൊട്ടൻഷ്യൽ. യെസ് മക്കളെ, 3K ലൈക്ക് ആയിരിക്കുന്നത്. വെരി ഗുഡ്. നല്ല മക്കൾ. ഓക്കെ, ഒട്ടും സമയം കളയാനില്ല. നമുക്ക് അടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത്? രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസ്, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇതിനെങ്ങനെ ഫിസിക്കലി പറയാം? ഒരു ചാർജിനെ നമ്മൾ ഒരു പോയിന്റിൽ നിന്നും, ഇത് എ ഇത് ബി, ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. The work done to bring a unit positive charge from one point to another is known as the potential difference of that point. പൊട്ടൻഷ്യൽ ഡിഫറൻസ് VB മൈനസ് എന്താണ് VA എന്ന് പറയുന്നത്. എയിൽ നിന്ന് ബിയിലോട്ട് നമ്മൾ ആ ചാർജിനെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്കിനെയാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇറ്റ്സ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. റെഡിയല്ലേ മക്കളെ? ഓർക്കുക, ഇവിടെ വർക്ക് പെർ ചാർജ് ആണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. മക്കളെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ചാർജ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എനർജി കണ്ടുപിടിക്കാം. റെഡി? ഓക്കെ, ഗ്രാഫ് എൻ കൂടി പറയൂ. ഗ്രാഫ് എന്നോ? എടാ ഗ്രാഫ് ഒന്നുമില്ല. ഈ രണ്ട് ഗ്രാഫിൻ്റെ ഷേപ്പ് ലുക്ക് ലൈക്ക് ദിസ്. ഈ ഷേപ്പാണ് ഈ രണ്ട് ഗ്രാഫിനും വരുന്നത്. കാരണം ഒന്ന് 1/y ഒന്ന് 1/y² ആണ്. ഒരു ഗ്രാഫ് ഇങ്ങനെ വന്നാൽ ഒരു ഗ്രാഫ് അതിൻ്റെ ബാക്കിൽ കൂടെ വരും, അത്രേ ഉള്ളൂ. ജസ്റ്റ് രണ്ടിൻ്റെ ഒരേ ഷേപ്പ് പോലെയാണ്, പക്ഷേ ഒന്ന് ഫ്രണ്ട് ഒന്ന് ബാക്ക്. രണ്ട് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഓരോ വാല്യൂ നിങ്ങൾ ഇട്ട് കൊടുക്കണം. സിമ്പിളായിട്ട് ഓരോ വാല്യൂ നിങ്ങൾ ഇട്ട് കൊടുത്താൽ കിട്ടും. രണ്ട് ഗ്രാഫ് എവിടെ പോയാണ് മുട്ടുന്നത്? ഇൻഫിനിറ്റി പോയി മുട്ടും. എങ്കിൽ നമുക്ക് അടുത്തിലോട്ട് പോകാം. ഒട്ടും സമയം കളയില്ല, നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 2023 നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. എന്താ മക്കളെ? ആൻ ഇലക്ട്രോൺ ഹാസ് ഹയർ പൊട്ടൻഷ്യൽ എനർജി വെൻ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് നെഗറ്റീവ് വാല്യൂ. നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ നമുക്കറിയാം ഹയർ പൊട്ടൻഷ്യൽ ആണെന്ന് പറയുന്നുണ്ട്. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ലോവർ പൊട്ടൻഷ്യൽ. ഇതാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് ബോധമുണ്ടായിരിക്കുക. ഇവൻ ഇരിക്കുന്നത് എവിടെയാണ്? നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ ഇരിക്കുന്നത് എവിടെയാണ്? ഇവൻ ഇരിക്കുന്നത് നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. -V എന്ന് കൊടുത്തു. എങ്കിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് Q ഇൻറ്റു എന്താണ് മക്കളെ? V ആണ്. ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യലാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇവിടെ ചാർജ് നെഗറ്റീവാണ്, അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും മക്കളെ? ആൻസർ കിട്ടുന്നത് പോസിറ്റീവ് ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഇനി സെക്കൻഡ് കേസ്, ഇവൻ ഇരിക്കുന്നത് പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്. ഇലക്ട്രോൺ ഇരിക്കുന്നത് എവിടെയാണ്? ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലാണെങ്കിലോ നമുക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാം. Q ഇൻറ്റു V ആണ്. Q നെഗറ്റീവ് ആണ്, അതേപോലെ V പോസിറ്റീവ് ആണ്. നമുക്ക് ആൻസർ കിട്ടുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ആൻസർ, അതായത് ഇലക്ട്രോൺ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇരുന്നാൽ നെഗറ്റീവ് പോസിറ്റീവ് ആകും. ഇലക്ട്രോൺ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇരുന്നാൽ നെഗറ്റീവ് ആകും. അപ്പോൾ എവിടെയാണ് പൊട്ടൻഷ്യൽ എനർജി കൂടുതൽ? ഹയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇരുന്നാൽ ഹയർ പൊട്ടൻഷ്യലാണ്, ഇലക്ട്രോൺ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇരുന്നാൽ ലോവർ പൊട്ടൻഷ്യലാണ്. എങ്കിൽ അത് ശരിയാണ്. ഹയർ പൊട്ടൻഷ്യൽ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ, പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണെങ്കിൽ ഹയർ പൊട്ടൻഷ്യൽ എനർജിയാണ്. അതേപോലെ തന്നെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇരിക്കുന്നതെങ്കിൽ ലോവർ പൊട്ടൻഷ്യൽ എനർജിയാണ്. ശരിയാണ്, അസേർഷൻ കറക്റ്റാണ്. റീസൺ നോക്കിയടാ. ഇലക്ട്രോൺ മൂവ് ഫ്രം റീജിയൻ ഓഫ് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഹയറിൽ നിന്ന് ലോവറിലോട്ടാണോ മക്കളെ? നിങ്ങൾ പറ. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് ഹയറിൽ നിന്ന് ലോവറിലോട്ടാണോ?
അല്ല ലോവർ ടു ഹൈ. ദെൻ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. എങ്കിൽ നമുക്ക് അടുത്തിലോട്ട് പോകാം. 2023 CBSEയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 ചാർജിനെ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വെർട്ടീസിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വെർട്ടീസസിൽ Q 2Q -3Q. എന്നിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നു പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം. ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് പറ മക്കളെ, ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കുമെന്നാണ് ചോദിച്ചത്. നമുക്കത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ എപ്പോഴും എക്സാമിന് നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് സിസ്റ്റം ഓഫ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇവന്മാർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക. ദെൻ ഇവന്മാർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക. എന്നിട്ട് എല്ലാം കൂടെ കൂട്ടി വെക്കുക. പരിപാടി കഴിഞ്ഞു. അതാണ് സിസ്റ്റം ഓഫ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. ഇത് നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറയുന്ന സാധനമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇവന്മാരുടെ പൊട്ടൻഷ്യൽ എനർജി ഡിസ്റ്റൻസ് ചെയ്യാമെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടല്ലേ. അപ്പോൾ നെറ്റ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കൂടെ പൊട്ടൻഷ്യൽ എനർജി കൂട്ടുന്നതല്ലേ. എല്ലായിടത്തും ഒരു 1/4πε0 ഉണ്ട്. 1/4πε0 ഉണ്ട്. എല്ലായിടത്തും നോക്കിയേ Q. അപ്പോൾ എല്ലായിടത്തും Q² ഉണ്ട്. പുറത്താക്കി പെട്ടെന്ന് ചെയ്യുവാണ് Q² ഉണ്ട് പുറത്ത്. അല്ലെങ്കിൽ നിങ്ങൾ ഓരോന്നും ഇങ്ങനെ എഴുതണം. 1/4πε0 -3QQ ഡിവൈഡഡ് ബൈ A² പ്ലസ് 1/4πε0 Q ഇൻറ്റു 2Q ഡിവൈഡ് ബൈ A². അതേപോലെ തന്നെ A² അല്ല, A ആണ്, പൊട്ടൻഷ്യൽ എനർജി ആണ്. അതേപോലെ തന്നെ 1/4πε0 -3Q ഇൻറ്റു 2Q ഡിവൈഡഡ് ബൈ A. അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലായിടവും Q² ഞാൻ പുറത്താക്കി. ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് സെയിം ആയതിന് ഡിസ്റ്റൻസിനെ ഞാൻ പുറത്താക്കിയിരിക്കുന്നു മക്കളെ. ഇനി ഇയാളും ഒരു -3യും ഒരു 1ഉം, അപ്പോൾ -3. അടുത്തത് ഇയാളും ഒരു 1ഉം 2ഉം 2. ആ ലാസ്റ്റ് പെയർ ദിസ് ആൻഡ് ദിസ് -3 × 2 -6. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. പരിപാടി കഴിഞ്ഞു. -6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/4πε0 Q² ഡിവൈഡഡ് ബൈ A ഇൻറ്റു മക്കളെ എന്ത് കിട്ടുവാടാ? 2 -3 + 2 -1 -1 -6 -7 ദിസ് ഇസ് ആൻസർ. പരിപാടി കഴിഞ്ഞു. വീട്ടിൽ പോവാം. എടാ മക്കളെ, ഇത് ഞാൻ എഴുതി കഴിഞ്ഞാൽ ഇന്ന് നാളെയും കഴിയത്തില്ല. നീ ഇങ്ങോട്ട് നോക്ക്. ആദ്യം ഇയാളും എടാ പൊട്ടൻഷ്യൽ എനർജി ഡിക്കേഷൻ അറിയാം. 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ A അല്ലേ. ആദ്യം ഇവന്മാരുടെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. 1/4πε0 -3QQ ഡിവൈഡഡ് ബൈ A പ്ലസ് 1/4πε0 ഇയാളുടെയും Q ഇൻറ്റു 3Q 2Q ഡിവൈഡഡ് ബൈ A. ഇയാളുടെയും കണ്ടുപിടിക്കണം. 1/4πε0 എന്താണ്? -3Q ഇൻറ്റു 2Q ഡിവൈഡ് ബൈ A. അതെല്ലാം കൂടെ കൂട്ടി വെക്കണം. സിമ്പിളാണ് സാധനം. ഞാൻ ഒറ്റയടിക്ക് എഴുതിയെന്നേ ഉള്ളൂ. ഇതൊക്കെ സെറ്റാണോ? റെഡി ആണെങ്കിൽ ഒരു ഫയർ ഇമോജി എന്ന അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 2022 CBSEയിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ചാർജിനെ ഒരു സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 6 ആണ്. ഒരു ചാർജിനെ നമ്മൾ ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കുന്നു. A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും B എന്ന് പറയുന്ന പോയിന്റിലോട്ട് അറ്റ് ഓപ്പോസിറ്റ് എൻഡ് ഓഫ് ഡയമീറ്റർ. Aയിൽ നിന്ന് Bയിലോട്ടാണ് മൂവ് ചെയ്യിക്കുന്നത്. ചാർജ് Q0 ആണ്. ഇവനെ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കുന്നു, ഓപ്പോസിറ്റ് എൻഡ് ഓഫ് ദി ഡയമീറ്റർ. എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വർക്ക് എന്താണ് മക്കളെ? പറയൂ കുഞ്ഞുങ്ങളെ, ഇവിടുത്തെ വർക്ക് എന്താണ്? നമുക്കറിയാം വർക്ക് ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. നമ്മൾ കണ്ടയാണ്. ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എൻ്റെ മക്കളെ നിങ്ങൾ നോക്കിക്കേടാ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? ഞാൻ നോക്കുമ്പോൾ നടുക്കാണ് ഒരു ചാർജ് ഇരിക്കുന്നത് Q. അപ്പോൾ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ V1, ഇനിഷ്യൽ പൊട്ടൻഷ്യൽ നമ്മൾ നോക്കുന്നു. എന്താ മക്കളെ ഇക്വേഷൻ? 1/4πε0 Q/R. ഫൈനൽ പൊട്ടൻഷ്യൽ ഇവനെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. ഫൈനൽ പൊട്ടൻഷ്യൽ നോക്കുന്നു. ഫൈനൽ പൊട്ടൻഷ്യൽ 1/4πε0 Q/R. രണ്ടിടത്തും പൊട്ടൻഷ്യൽ സെയിം ആണ്. എങ്കിൽ നമുക്ക് പറയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് മൊട്ടയായിരിക്കും. എങ്കിൽ വർക്ക് സീറോ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സാർ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ Q² എങ്ങനെ വന്നു എന്ന് എൻ്റെ പൊന്നു കുഞ്ഞേ, ഉമ്മാർ എന്നെ കൊണ്ട് മൊത്തം എഴുതിപ്പിക്കുമോ? -3Q × Q എന്തുവാ? -3Q².
ഒന്നാമത്തതിൻ്റെത്, രണ്ടാമത്തത് Q × 2Q, ഇതിനൊക്കെ ഞാൻ മൊത്തം എഴുതിയായിരുന്നു, 2Q². അടുത്തത് -3Q × 2Q, എന്ത് കിട്ടും? -6Q². ഇവിടെ എല്ലായിടം Q² കൊണ്ട് പുറത്താക്കി, പിന്നെ -3 2 -6 അതാ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആരോട് പറയാൻ ഇതൊക്കെ? ഇനി ചോദിച്ചാൽ തല്ല് കിട്ടും എന്നെ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 2 ചാർജസ് Q1 Q2 ലൊക്കേറ്റഡ് R1 R2 റെസ്പെക്റ്റീവ്ലി എക്സ്റ്റേണൽ ഫീൽഡ്. എടാ മക്കളെ ഒന്നുമില്ല, ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് ചോദ്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു Q എന്ന് പറയുന്ന ചാർജ് ഒരു എക്സ്റ്റേണൽ ഫീൽഡിലാണ് ഇരിക്കുന്നതെങ്കിൽ ഉറപ്പാണ് ആ ഒരു പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഞാൻ അതിനെ V(R) എന്ന് വിളിക്കുന്നു. V(R). ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒരു ചാർജിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടായിരിക്കും. അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ആ പൊട്ടൻഷ്യലാണ് ആ ചാർജ് ഇരിക്കുന്നത് എങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പഠിച്ചോ മക്കളെ. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്ന ഒരു ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചാൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജാണ്. ഇത് അറിഞ്ഞിരിക്കണം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മുടെ കയ്യിൽ 2 ചാർജ് ഉണ്ട്, ഒരു Q1 ഉണ്ട്, ഒരു Q2 ഉണ്ട്. ഇവരെ തമ്മിൽ Q1 Q2 ഉണ്ട്. അവരിരിക്കുന്ന എവിടെയാണ്? ലൊക്കേറ്റഡ് അറ്റ് R1 ആൻഡ് R2 റെസ്പെക്റ്റീവ്ലി. ഈ R1 R2 എന്നൊക്കെ പറയുന്നത് ആക്ച്വലി പൊസിഷൻ വെക്ടറാണ്. R1 R2 പൊസിഷൻ വെക്ടറാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല മക്കളെ, ഇതാണ് നമ്മുടെ ചാർജുകൾ. ഒരു ചാർജ് ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാം, ഒരു കുഴപ്പമില്ല. അടുത്ത ചാർജ് ഇവിടെ ഇരിക്കുന്നു. യെസ്, ഇതാണ് നമ്മുടെ R1. ദിസ് ഈസ് അവർ R2. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇവർ തമ്മിൽ ഡിസ്റ്റൻസിനെ R12 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ R21 എന്ന് വിളിക്കാം. ബട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങളുടെ ഇഷ്ടം അതൊക്കെ. അപ്പോൾ നമുക്ക് വേണ്ടി പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. ആദ്യം നമ്മുടെ Q1 എന്ന് പറഞ്ഞ ചാർജ് ഒരു ഫീൽഡിലാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ നമ്മൾ V(R1) എന്ന് വിളിച്ചു. Q2 ഒരു പൊട്ടൻഷ്യൽ ആയിരിക്കുന്നത്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ V(R2) എന്ന് വിളിച്ചു. അപ്പോൾ പൊട്ടൻഷ്യൽ മൂലം ഇവന്മാർക്കൊരു എനർജി ഉണ്ട്. അപ്പോൾ നെറ്റ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ആദ്യം പൊട്ടൻഷ്യൽ മൂലം ഉണ്ടാകുന്ന എനർജി V(R1) × Q1 പ്ലസ് V(R2) × Q2 പൊട്ടൻഷ്യൽ മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചു. പ്ലസ് തീർന്നോ? ഇല്ല. ഈ 2 ചാർജുകൾ തമ്മിൽ പരസ്പരം ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ആദ്യം പൊട്ടൻഷ്യൽ മൂലം ഉണ്ടാകുന്ന എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് V(R1) × Q1 പ്ലസ് V(R2) × Q2. ഇനി ആ 2 ചാർജുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതെന്തായിരിക്കും? അത് മറ്റൊന്നുമല്ല, 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ എന്തായിരിക്കും മക്കളെ? R12 ആയിരിക്കും. പരിപാടി കഴിഞ്ഞു. സിമ്പിളോസ്കി ഹംപ്ലോസ്കി സാധനം. എക്സാമിന് പലപ്പോഴായും ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. 2 charged spheres A and B having their radius are in the ratio 1:2 are connected together with a conducting wire. The ratio of their surface charge density sigma A by sigma 2. മക്കളെ, 2 ചാർജുകളെ തമ്മിൽ പലപ്പോഴും എക്സാമിന് കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 2 സ്പെറിക്കൽ സ്പിയേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ചാർജ് പോകുമല്ലോ, ഉറപ്പാണ്, പോയിരിക്കും. എങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, ഇവൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എ ആണ്, ഇവൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ബി ആണെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, എങ്കിൽ ഇവരുടെ റേഷ്യോ എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി റേഷ്യോ എന്താണ്? എൻ്റെ പൊന്നു മക്കളെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, എപ്പോൾ വരെയാണ് ഈ ഒരു ഇതിൽ നിന്നും ഇങ്ങോട്ടേക്ക് ചാർജ് മൂവ് ചെയ്യുന്നത്? കാരണം ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ചാർജ് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇതിലുള്ള ചാർജ് ഇങ്ങോട്ടോ മൂവ് ചെയ്യാം, അല്ലേ? ഇതിലുള്ള ചാർജ് ഇങ്ങോട്ടോ മൂവ് ചെയ്യാം. എവിടെയാണോ പൊട്ടൻഷ്യൽ കൂടുതൽ, ആ പൊട്ടൻഷ്യൽ കൂടിയെടുത്തുനിന്നും കുറഞ്ഞെടുത്തോട്ട് ചാർജ് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. എങ്കിൽ എൻ്റെ മക്കളെ, എപ്പോഴാണ് ഇവർ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ചാർജ് എപ്പോൾ വരെ മൂവ് ചെയ്യും? ഇതിൻ്റെ രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്നതിന് വരെ. V1 = V2. ഓർക്കുക, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഓർക്കുക, പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്നതിന് വരെ ചാർജ് മൂവ് ചെയ്യും. അറ്റ് ഇക്വിലിബ്രിയം നമുക്ക് പറയാം V1 = V2 ആണ്. ഇനി പൊട്ടൻഷ്യൽ ഇക്വേഷൻ, ഇതിൻ്റെ റേഡിയസ് R1, ഇതിൻ്റെ റേഡിയസ് R2. പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം 1/4πε0, ഞാൻ K എന്ന് വിളിക്കുന്നു, എനിക്ക് നന്നായി എഴുതാൻ. K ഇൻറ്റു മക്കളെ ചാർജ് നമുക്കറിയത്തില്ല, Q1 ആണ്. അപ്പം ഞാൻ ഇൻ ടേംസ് ഓഫ് സർഫസ് ചാർജ് ഡെൻസിറ്റി നമുക്കറിയാം ചാർജ് ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ ഇക്വേഷൻ? ഒന്ന് പറഞ്ഞേ കുഞ്ഞുങ്ങളെ, ചാർജ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം, ചാർജ് ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ?
സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഡിക്കേഷൻ ഇതെന്താണ് സ്പിയർ ആയതുകൊണ്ട് 4πr1². ഇതേപോലെ Q2 എടുക്കാം, σ2 ഇൻറ്റു 4πr2². ഇനി നമുക്ക് V1 = V2 എടുക്കുമ്പോൾ നമുക്ക് എഴുതാം 1/4πε0 Q1 പകരം σ1 4πr1² എന്ന് കൊടുക്കാം. ഡിവൈഡ് ബൈ ഇതിൻ്റെ ഡിസ്റ്റൻസ് R1 അല്ലേ, R1. ഒരു കണ്ടക്ടിങ് സ്പിയറിലെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എഴുതി പഠിച്ചോ. V = 1/4πε0 Q/R ആണ് ഇക്വേഷൻ. ഒരു കണ്ടക്ടിങ് സ്പിയറിലെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. Q/R1 = ഇതേപോലെ തന്നെ K × σ2 4πr2² എന്താണ് മക്കളെ, R2 എന്ന് വരും. വെട്ടിക്കളയുക K വെട്ടിക്കളയുക, 4π വെട്ടിക്കളയുക, എങ്കിൽ കിട്ടി σ1/σ2 മക്കളെ നമുക്ക് എഴുതാം. എന്തെഴുതാം നമുക്ക്? R2/R1 എന്ന് എഴുതാം. R2/R1 R1/R2 തന്നിട്ടുണ്ട് 1:2. ദെൻ ആൻസർ ഈസ് 2:1. ആൻസർ ഈസ് എന്തായിരിക്കും? 2:1. ആർക്കെങ്കിലും കിട്ടിയോ 2:1 എന്ന്? ആർക്കെങ്കിലും കിട്ടിയോ മക്കളെ? ആർക്കെങ്കിലും കിട്ടിയോ 2:1? 1:4? ഓ മൈ ഗോഡ്, കിട്ടിയോ ആർക്കെങ്കിലും? ഈ സാധനം കിട്ടിയോ ആർക്കെങ്കിലും മക്കളെ? യെസ്. Q = σ × A. കിട്ടി. രാജുമോൻ എന്നോട് ചോദിച്ചു. യെസ് രാജുവിന് കിട്ടി. യെസ്, ബാക്കി ആരും കിട്ടിയോ? യെസ്, വെരി ഗുഡ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് മക്കളെ? ഓപ്ഷൻ പറയൂ. ഓപ്ഷനും കൂടെ പോരട്ടെ. ഓപ്ഷൻ 2:1 ഇല്ല, അപ്പോൾ 2 ആണ് ആൻസർ. 2. Okay, but it is not in the choice. It is in the choice. 2 means 2:1. 2 means 2:1. The 2/1 or 2. Oh my god. Yes, എങ്കിൽ എൻ്റെ പൊന്നൂസ് മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ. Derive the expression for electric potential due to electric dipole at the point axial line. സാധാരണ നമുക്ക് ഒരു ഗിവൺ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇലക്ട്രിക് ഡൈപോള് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് ഡൈപോള് +Q - Q P എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എക്സ്പ്രഷനാണ് സാധാരണ കണ്ടുപിടിച്ചിരിക്കുന്ന. ആ എക്സ്പ്രഷൻ നമുക്കറിയാം 1/4πε0 P cos θ/r² ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആണ്. സ്പെസിഫിക് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു ഡൈപോളുണ്ട്. ഈ ഡൈപോളിനകത്ത് 2 ചാർജ് ഉണ്ട്. ഡൈപോളിൽ 2 ചാർജ് കാണുമല്ലോ, ഇതല്ലേ ഡൈപോൾ എന്ന് പറഞ്ഞാൽ. -Q + Q ഒരു ആക്സിയൽ പോയിൻ്റ് ആണ്. നമുക്കറിയാം ആക്സിയൽ എന്ന് വെച്ചാൽ ഇതാണ് ആക്സിയൽ പോയിൻ്റ്. ആ ഒരു പോയിൻ്റ് എടുത്തു P. സെൻറ്ററിൽ നിന്നും ആക്സിസിലോട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് R എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? A എന്ന് വിളിക്കാം. എങ്കിൽ P എന്ന് പറഞ്ഞ പോയിന്റുള്ള നെറ്റ് പൊട്ടൻഷ്യലാണ്. സിമ്പിൾ ആൻഡ് ഹംബ്ലോസ്കി. ഇങ്ങനെ ചോദിച്ചാൽ എളുപ്പമാണ്, മറ്റേത് ഇച്ചിരി പാടാണ് കണ്ടുപിടിക്കാൻ. 1-2 പ്രാവശ്യം നിങ്ങൾക്ക് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ആക്സിസിനെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഡിറൈവ് ചെയ്യുന്നു, മറ്റേ കൂടെ പഠിച്ചിട്ട് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം. നെറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ് നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ്. K × Q/ അല്ലെ പൊട്ടൻഷ്യലിക്കേഷൻ 1/4πε0 K by എന്താണ്? 1/4πε0 Q by എന്താണ് മക്കളെ? R ആണ്. ഈ +Q ൽ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് മക്കളെ നിങ്ങൾ ചാറ്റ് ചെയ്തേടാ. ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം R - A ആണ്. R - A പ്ലസ് 1/4πε0 -Q ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ മൈനസ് വരും. നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. ഡിസ്റ്റൻസ് R + A. ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാം. ടോട്ടൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ് മക്കളെ? R + A. അപ്പോൾ R + A രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് KQനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 1/R - A × -1/R + A എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ KQ × നമുക്ക് എഴുതാം R + A -R - A എന്ന് എഴുതാം. ഡിവൈഡ് ബൈ R² - A². A + B × A - B മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ A² - B² എന്ന് എഴുതാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? A വളരെ നെഗ്ലക്റ്റ് ചെയ്യാം. A വളരെ ചെറുതാണ്. A is very much A is very much less than R. Then A² is approximately mota. അപ്പോൾ നമുക്ക് എഴുതാം V is equal to K × Q. ഇവിടെ നമ്മൾ നോക്കാൻ നേരത്ത്
ഈ മൈനസിനെ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ -6 +6 വെട്ടിക്കളയാം. ഈ മൈനസ് എ പ്ലസ് എ ആവും. എ പ്ലസ് എ 2a എന്ന് എഴുതാം. മുകളിൽ 2a കിട്ടും. 2a എക്സാമിൻ്റെ തലേ ദിവസം ഒന്ന് കൂട്ടാനും കുറക്കാനും പഠിപ്പിക്കില്ല കേട്ടോ. സാറേ അതെങ്ങനെ വന്നു ഇതെങ്ങനെ ചോദിക്കില്ല. കൂട്ടാനും കുറക്കാനൊക്കെ അറിയണം. r². ഇനി 2aq എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? പി ആണ്. അപ്പോൾ v = നമുക്ക് എഴുതാം 1/4πε0 1/4πε0 p ബൈ എന്താണ് r². ദിസ് ഈസ് ആക്സിയൽ. ഇനി നിങ്ങളോട് ഇക്വറ്റോറിയൽ ചോദിച്ചാൽ നിങ്ങൾ കണ്ണും പൂട്ടി എഴുതിക്കോ v = മുട്ടയായിരിക്കും. കാരണം എന്താ? രണ്ടിടത്തും ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ സെയിം ആണ്. ഇക്വറ്റോറിയൽ വെച്ച് ഇതാണ്. ഇവിടെ ഡിസ്റ്റൻസ് രണ്ടും സെയിം ആയതുകൊണ്ട് 0 ആയിരിക്കും. പരിപാടി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ജനറലിനും കൂടെ പഠിച്ചിട്ട് പോകാം. പറ്റുന്നവരുണ്ടെങ്കിൽ ആ ഡെറിവേഷൻ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ഭാഗ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാലോ ചിലപ്പോൾ. ഈ ഒരു ഡെറിവേഷൻ കൂടെ നിങ്ങൾ പറ്റുവാണെങ്കിൽ പഠിച്ചിട്ട് പോവുക. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ആക്സിലാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. ഇത് തീറ്റയാണെങ്കിൽ v = ഇക്വേഷൻ 1 സെറ്റാക്കിയോ 1/4πε0 p cos θ ഡിവൈഡ് ബൈ എന്താണ് മക്കളെ? r. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ ആണ്. ഓ മൈ ഗോഡ്, r². ഈ ഇക്വേഷൻ കൂടെ പഠിച്ചിട്ട് പോവാം. 12:30 ഓക്കെ, 12:30 വരെ പോകത്തില്ലെന്ന് തോന്നുന്നു. നോക്കാം മക്കളെ. മനസ്സിലായോടാ? ഇത് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായോടാ? അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡെറിവേഷൻ പഠിച്ചിട്ട് പോയാൽ മതി. ഇതിൻ്റെ ഡെറിവേഷൻ പഠിച്ചിട്ട് ആക്സിയൽ ആണെങ്കിൽ നിങ്ങൾ അവസാനം θ = മുട്ട ഇട്ട് കൊടുക്കുക. ഇക്വറ്റൽ ആണെങ്കിൽ θ = 90 ഡിഗ്രി ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഇതാ സാറേ പഠിച്ചിരിക്കുന്നത്, എനിക്കിത് ഇതൊന്നും പഠിക്കാൻ വയ്യ. പഠിക്കണ്ട, നീ പഠിക്കേണ്ടതൊന്നും. ഇവിടെ cos θ വരൂല. ഇവിടെ വരൂല. ഇവിടെ തീറ്റ മുട്ടയാണെങ്കിൽ cos 0 1 അല്ലേടാ, അതുകൊണ്ടാണ് വരാത്തത് കേട്ടോ, ആക്സിയൽ ആയതുകൊണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് അടുത്തിലോട്ട് പോവാം. നെക്സ്റ്റ് ടോപ്പിക്. Write 2 important characteristics of equipotent surface. എടാ, ഇക്വിപോട്ടന്റ് സർഫസ് എന്താണ് മക്കളെ? ഇക്വിപൊട്ടൻഷ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്. CBSE നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇക്വിപോട്ടന്റ് സർഫസിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടിരിക്കും. ഞാൻ പറയുന്നു എന്താണ് മക്കളെ ഇക്വിപോട്ടന്റ് സർഫസ്? കാരണം എപ്പോഴും ചോദിക്കുന്നതാണ് ഇക്വിപോട്ടന്റ് സർഫസിൻ്റെ ക്വസ്റ്റ്യൻ. എന്താണ് ഇക്വിപോട്ടന്റ് സർഫസ്? ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം പൊട്ടൻഷ്യൽ ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് ഇക്വിപോട്ടന്റ് സർഫസ് എന്ന് വിളിക്കുന്നത്. ഇക്വിപോട്ടന്റ് സർഫസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മുട്ടയാണ്. റെഡി? എങ്കിൽ കുറച്ച് എക്സാമ്പിൾ പഠിച്ചോ. പോയിന്റ് ചാർജ് ആണെങ്കിൽ വട്ടം നാരങ്ങ കൊത്തി തിന്നോളൂ. വട്ടമല്ല ഇത് സർക്കിൾ അല്ല, സ്പിയർ ആണ്. കോൺസെൻട്രിക് സ്പിയേഴ്സ്. ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി കൂടുതലുള്ളിടത്ത് കോൺസെൻട്രിക് സ്പിയേഴ്സ് അടുത്തടുത്തായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി കുറവുള്ളിടത്ത് അകന്നിരിക്കും. ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി മോർ, ദ ഇക്വിപൊട്ടന്റ് സർഫസ് ആർ ക്രൗഡഡ്, അടുത്തടുത്തിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും? അകന്നിരിക്കും. റെഡി? യെസ്. അടുത്തത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ പാരലൽ ഷീറ്റുകൾ ഈക്വലി സ്പേസ്ഡ് ആയത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അടുത്ത് സെയിം ആയതുകൊണ്ട് ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും. റെഡിയല്ലേ മക്കളെ? ഉഷാറല്ലേടാ? പിന്നെ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഇക്വിപൊട്ടന്റ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കണവേ. ഇക്വിപൊട്ടന്റ് സർഫസിന് പെർപെൻഡിക്കുലർ ആണ് ഇലക്ട്രിക് ഫീൽഡ് വരക്കുന്നത്. പ്രാവശ്യം ഇതും ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഡൈപോൾ ആണെങ്കിൽ മക്കളെ ഇത് പഠിക്കുക. ഡൈപോൾ ആണ് ഇത് പഠിക്കുക. ഇത് പഠിക്കാൻ ഒരു ചെറിയൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ നെഗറ്റീവ് വരക്കുക, പിന്നെ ഒരു പോസിറ്റീവ് വരക്കുക. ഒരു ചെറിയ എളുപ്പവഴിയാണ്. ആദ്യം നിങ്ങൾ നെഗറ്റീവ് വരക്കുക, പിന്നെ ഒരു പോസിറ്റീവ് വരക്കുക. എന്നിട്ട് ഈ ഫിഗർ ജസ്റ്റ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യം, ഇവിടെ സ്പേസിങ് കൂടുതലും ഇവിടെ സ്പേസിങ് കുറവാണ്. അല്ല, ഇവിടെ സ്പേസിങ് കൂടുതലല്ലേടാ, ഇവിടെ സ്പേസിങ് കുറവാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, വട്ടം വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ സ്പേസിങ് കുറച്ചും ഇവിടെ സ്പേസിങ് കൂട്ടിയും വരക്കുക. സ്പേസിങ് കുറച്ചും കൂട്ടിയും വരക്കുക. പരിപാടി കഴിഞ്ഞു. ഇതേപോലെ ഇവിടെ സ്പേസിങ് കുറച്ച് കൂട്ടി വരക്കുക. സ്പേസിങ് കുറച്ചിട്ട് കൂട്ടി വരക്കുക. പരിപാടി കഴിഞ്ഞു. എത്ര പരിപാടി? സിമ്പിൾ ആൻഡ് ഹംബിൾ ഓഫ് ടെക്നിക്കൽ മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ പരിപാടി ഒന്നും ഇല്ല. ഇനി അടുത്തത് 2 പോസിറ്റീവ് ചാർജ് ആണെങ്കിലോ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ സ്പേസിങ് കൂടുതലാണ്, ഇവിടെ സ്പേസിങ് കുറവാണ്. ഇതേ പ്രോസസ്സ് നേരെ തലയിരിച്ച് വരക്കുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ വരച്ച് കാണിക്കുവാണേ. നിങ്ങൾ എക്സാമിന് 2 പോസിറ്റീവ് വരക്കുക. ഒന്നും നോക്കണ്ട. സ്പേസിങ് ഇവിടെ നേരത്തെ ഓപ്പോസിറ്റ്, ഇവിടെ സ്പേസിങ് കൂടുതലാണ്. ഷുവർ. യെസ്. കണ്ടോ? ഇങ്ങനെ ഒരെണ്ണം കൂടെ വരച്ചേക്കും, വരയ്ക്കുമല്ലേ? പിന്നെ ഇങ്ങനെ ഒരെണ്ണം സ്പേസിങ് കൂടി പറഞ്ഞവേ. പിന്നെ ഒരു ഓളത്തിന് വേണ്ടി മുകളിൽ കൂടി ഇങ്ങനെ ഒരു പൂമ്പാറ്റയുടെ ചിറക് പോലെ വരയ്ക്കുക, ബട്ടർഫ്ലൈയുടെ ചിറക് പോലെ. പരിപാടി കഴിഞ്ഞു.
സിമ്പിൾ സാധനം. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഡൈപോൾ പറഞ്ഞുതരാം. ഉത്തര ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കായിരിക്കും. ഉത്തരക്ക് പറഞ്ഞുതരാവേ. ഉത്തരക്കല്ല എല്ലാവർക്കും പറഞ്ഞുതരാം. പ്രോപ്പർട്ടീസ് മക്കളെ 3 പ്രോപ്പർട്ടി ഉണ്ട്, മൊത്തം 4 ഉണ്ട്. 3 പഠിക്കുക, പിന്നെ നോട്ട് ദ പോയിന്റ്. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇക്വിവലന്റ് സർഫസിലൂടെ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വർക്ക് ചെയ്യേണ്ട. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയതുകൊണ്ട് ഒരു ചാർജിന് നമ്മൾ മൂവ് ചെയ്യിക്കാൻ വർക്ക് ചെയ്യേണ്ട. കാരണം നമുക്ക് വർക്ക് ഈസ് ഈക്വൽ ടു നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ചാർജാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല എങ്കിൽ വർക്കില്ല. സെക്കൻഡ് പോയിന്റ് പറയുന്നത് 2 ഇക്വിവലന്റ് സർഫസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇക്വിവലന്റ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്തുകൊണ്ട് പെർപെൻഡിക്കുലർ ആയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പെർപെൻഡിക്കുലർ അല്ല എങ്കിൽ ഒരു നോൺ സീറോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മുടെ ഇക്വിവലന്റ് സർഫസിലൂടെ പാസ് ചെയ്യും. ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഹെൽപ്പ് ടു മൂവ് ദ ചാർജ്. നമുക്കറിയാം ഒരു ഇക്വിവലന്റ് സർഫസിലൂടെ ഒരു ചാർജ് മൂവ് ചെയ്യുന്നില്ല എങ്കിൽ ദർ ഇസ് നോ ഇലക്ട്രിക് ഫീൽഡ്, അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പോൾ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ദെൻ അടുത്ത് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ഇക്വിവലന്റ് സർഫസ് ക്ലോസർ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി വീക്കർ ആണെങ്കിൽ അത് ഫാർ അപ്പാർട്ട് ആയിരിക്കും. പഠിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ പിടിച്ചോ. പെട്ടെന്ന് ആൻസർ, ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് ആൻസർ ചെയ്തേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് ഇക്വിവലന്റ് സർഫസ്. ഇക്വിവലന്റ് സർഫസിന്റെ പ്രോപ്പർട്ടി അല്ലാത്ത മക്കളെ പറയടാ. എന്തായിരിക്കും? ഡു നോട്ട് ക്രോസ് ഈച്ച് അതർ. പ്രോപ്പർട്ടിയാണ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് ഡിസ്റ്റൻസ് ഈസ് 0. അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ dV by dt എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 അല്ലേ, അപ്പോൾ അതും 0 ആണ്. ഫോർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ദേ ആർ കോൺസെൻട്രിക് സ്പിയേഴ്സ്. മണ്ടത്തരം, ആനപ്പൊട്ടത്തെറ്റ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ദേ ആർ ഇമാജിനറി സ്പിയേഴ്സ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അത് സ്പിയേഴ്സ് ആയിരിക്കും. റെഡി, വെരി ഗുഡ്. അടുത്തത് 2022 CBSE ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ശ്രദ്ധിക്കടാ. 2 point charges Q minus Q are located 0, 0, minus A, 0, 0, A respectively. Depict the equipotential surface due to this arrangement. ഇതിൻ്റെ ഇക്വിവലന്റ് സർഫസ് ചോദിച്ചിരിക്കുന്നത് മക്കളെ, ഒന്നും നോക്കണ്ട. 0, 0, minus A, 0, 0, A ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 0, 0, A എന്ന് വെച്ചാൽ Z ആക്സിസിലാണ് നമ്മുടെ ഡൈപോൾ ഇരിക്കുന്നത്. ഇത് ഡൈപോൾ ആണെങ്കിൽ 2 point ചാർജസ് Q minus Q, ഡൈപോൾ, ദാറ്റ് ഇസ് ഡൈപോൾ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നു. ഒരു ഡൈപോളിനകത്ത് ശ്രദ്ധിക്കും മക്കളെ, ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണേ. ഇത് 1-2 പ്രാവശ്യം റിപ്പീറ്റഡ് ചോദിച്ച ക്വസ്റ്റ്യനാണേ. ഒരു ഡൈപോളിൻ്റെ കൃത്യം നടുവിലൂടെ പോകുന്ന പ്ലെയിൻ, ദിസ് ഞാൻ വരച്ചു തരാം. എന്തുമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. യെസ്, ഞാൻ വരച്ച് ശ്രമിച്ചു, ശരിയായെന്ന് വിശ്വസിക്കുന്നു. ഇല്ല ആയത് മതി. ഓ മൈ ഗോഡ്, എന്തെങ്കിലും ആട്ടെ. അത് വരുമ്പോൾ ഇത് വരത്തില്ല, ഇത് വരുമ്പോൾ അത് വരത്തില്ല. അഹങ്കാരി. യെസ്, ദിസ് ഈസ് ദ ലൈൻ. അതായത് ഇതാണ് നമ്മുടെ ഡൈപോൾ. എൻ്റെ ഇത് കണ്ടോ, ദിസ് ഈസ് ദ പ്ലെയിൻ. ഈ പ്ലെയിൻ നിങ്ങൾ എവിടെ പോയിന്റ് എടുത്താലും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ദിസ് ഈസ് പൊട്ടൻഷ്യൽ. ഇവിടെ എന്തായിരിക്കും? എല്ലായിടും 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എപ്പോഴും 0 ആയിരിക്കും. അതായത് ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന, ഇലക്ട്രിക് ഡൈപോളിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന പ്ലെയിനിൽ എല്ലായിടത്തും പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ചോദിച്ചാൽ എന്തായിരിക്കും? എ പ്ലെയിൻ പാസിംഗ് നോർമൽ ത്രൂ ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇവിടെ ഇവനെ വെച്ചിരിക്കുന്നത് എവിടെയാണ് മക്കളെ? ഇവനെ വെച്ചിരിക്കുന്നത് 0, 0, minus Aയിലും അതേപോലെ തന്നെ 0, 0, plus Aയിലുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പാണ് ഇത് Z ആക്സിസ് ആണ്. ഈ സാധനം Z ആക്സിസ് ആണ്. ദിസ് ഈസ് Z ആക്സിസ്. അപ്പോൾ ഇതെന്തായിരിക്കും മക്കളെ? ഇത് നമുക്ക് എന്തായിട്ട് വിളിക്കാം? ഇവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? അത് Y എന്നോ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? X എന്ന് വിളിക്കാം. ദിസ് ഈസ് X ആക്സിസ്. അത് കുഴപ്പമില്ല, അതെന്തായാലും കുഴപ്പമില്ല. പിന്നെ ഒരു Z ആക്സിസ് ഉണ്ട്. ആ Z ആക്സിസ് ഇങ്ങോട്ടാണ് വരുന്നത്. ദിസ് ഈസ് Z ആക്സിസ്. ഓക്കെ, റെഡി. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി, നമ്മൾ വരച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പറയാം, ഡെപിക്ട് ദ ഇക്വിവലന്റ് സർഫസ് ഡ്യൂ ടു ദിസ് അറേഞ്ച്മെൻറ്റ്. ഏതായിരിക്കും ഇക്വിവലന്റ് സർഫസ്? ദിസ് സർഫസ്. ഇത് ഏത് സർഫസ്? ആക്ച്വലി ഇതൊരു XZ പ്ലെയിൻ. സോറി, ഇത് Z അല്ല, എന്നോട് ക്ഷമിക്കുക. ദിസ് ഈസ് Y. ഏതായിരിക്കും നമുക്ക് ആക്ച്വലി ഈ പ്ലെയിൻ എന്താണ്? ദിസ് ഈസ് ദ പ്ലെയിൻ. ഈ പ്ലെയിൻ എന്ന് പറയുന്നത് ഏതാണ്? യെസ്, YX പ്ലെയിൻ ആണ്. ദിസ് ഈസ് എ പ്ലെയിൻ, YX പ്ലെയിൻ.
അപ്പോൾ എക്സ് വൈ പ്ലെയിൻ ആൻസർ എന്താണ് മക്കളെ? എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിൻ ബുദ്ധിയുള്ളവരെ പറയത്തുള്ളൂ. ഇനി നിങ്ങൾ പറയും ഓർക്കുക, ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെയിം പൊട്ടൻഷ്യൽ വരുന്ന അല്ലെങ്കിൽ ഇക്വിപ്പന്റ് സർഫസ് ചോദിച്ചാൽ എ പ്ലെയിൻ പാസ് നോർമൽ ടു ദി ഇക്വിപ്പന്റ് സർഫസ്. നമ്മുടെ ഡൈപോൾ ഇരിക്കുന്ന ഇസഡ് ആക്സിൽ ആണെങ്കിൽ അടുത്ത പ്ലെയിൻ എന്തായിരിക്കും? എക്സ് വൈ പ്ലെയിൻ ആയിരിക്കും. എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, റെഡി. അടുത്തത് ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിങ് എ സ്മാൾ ടെസ്റ്റ് ചാർജ് Q0 ഫ്രം പോയിന്റ് L00 000. L00 മീൻസ് എവിടുത്തെ പോയിന്റ് ആയിരിക്കും അത്? L00 മീൻസ് പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിൽ നമ്മൾ ചാർജിനെ എങ്ങോട്ട് കൊണ്ടുവരുന്നു? നേരെ സെൻട്രലോട്ട് കൊണ്ടുവരുന്നു. ദിസ് ഈസ് ദ പോയിന്റ് 000. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ചാർജിനെ കൊണ്ടുവരാൻ ഇക്വിപ്പന്റ് സർഫസ് ആണ്. ദർ ഈസ് നോ വർക്ക് നീഡഡ്. വർക്ക് വേണ്ട, പരിപാടി കഴിഞ്ഞു. ഓക്കെ, റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേടാ മക്കളെ? യെസ്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്. ആ ചാർജ് ഇരിക്കുന്ന പൊസിഷൻ 00 - A 00 Aയിലാണ്. ദാറ്റ് ഈസ് ഇസഡ് ആക്സിസിലാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ഇക്വിപ്പന്റ് സർഫസ് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇക്വിപ്പന്റ് സർഫസ് പറയുമ്പോൾ നമുക്കറിയാം വൈ എക്സ് പ്ലെയിൻ നോക്കുവാണെങ്കിൽ അവിടെ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. ദാറ്റ് 0 ആണ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇക്വിപ്പന്റ് സർഫസ് എക്സ് വൈ പ്ലെയിൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ചാർജിനെ L00 നിന്നും 00 കൊണ്ടുവരുന്നു. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കും. L00 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിലെ പോയിന്റ് ആണ്. അതിന് ഞാൻ 0 കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ഇക്വറ്റോറിയൽ ലൈനാണ്. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ സെയിം ആണ്. 0 ആണ് പൊട്ടൻഷ്യൽ. വർക്ക് ചെയ്യണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ആൻസർ പറയാമോ മക്കളെ? ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് ചാറ്റ് ചെയ്തേ. SI യൂണിറ്റ് പറ. ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് ചാറ്റ് ബോക്സിലിട്ടേ. പെട്ടെന്ന് ഇട്ടേ, ഒട്ടും സമയം കളയണ്ട. ഇതിൻ്റെ ആൻസർ പെട്ടെന്നൊന്ന് ചാറ്റ് ബോക്സിലിട്ടേടാ മക്കളെ. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ എന്ന് നോക്കട്ടെ. നിങ്ങൾ ബുദ്ധിമാന്മാരാണെന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങളൊന്ന് പെട്ടെന്ന് പറഞ്ഞേ, ഇതിൻ്റെ ആൻസർ എന്താണ്? യെസ്, ഇസഡ് പ്ലെയിനോ? ആക്ച്വലി ഇസഡ് പ്ലെയിനോ? നോ ഇസഡ് പ്ലെയിൻ അല്ല, എക്സ് വൈ പ്ലെയിൻ. പറയൂ മക്കളെ, പറയൂ കുഞ്ഞുങ്ങളെ, പറയൂ. ഇലക്ട്രിക് ഫീൽഡ് അല്ല. ഇലക്ട്രിക് ഫീൽഡ് ഞാനെന്തിനാണ് ഇലക്ട്രിക് ഫീൽഡ് എടുക്കുന്നത്? എൻ്റെ ചാപ്റ്റർ ഇലക്ട്രിക് ഫീൽഡ് അല്ലല്ലോ. ഞാൻ പിന്നെ ഇതിൽ വിട്ട് എടാ കുഞ്ഞുങ്ങളെ, ഇതിൻ്റെ അപ്പുറത്തൊരു സാധനമുണ്ട്. ന്യൂട്ടൺ കൂളം റൈസ് ടു -1 മീറ്റർ. ന്യൂട്ടൺ പെർ കൂളം എന്താണ്? ന്യൂട്ടൺ പെർ കൂളം ഇലക്ട്രിക് ഫീൽഡാണ്. കൂട്ടത്തിലൊരു മീറ്റർ ഉണ്ടാ. V is equal to നമ്മൾ പഠിച്ചതാണ്. V is equal to E into R ആണ്. അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ ന്യൂട്ടൺ പെർ കൂളമാണ്. ന്യൂട്ടൺ പെർ കൂളം ഇൻറ്റു R എന്ന് വെച്ചാൽ മീറ്റർ. എങ്കിൽ ഇതെന്തുവാ? പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് ആണ്. പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് ആണ് മക്കളെ. പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ്. അയ്യയ്യേ, മോശം. ന്യൂട്ടൺ പെർ കൂളമാണ് ഇലക്ട്രിക് ഫീൽഡ്. കൂട്ടത്തിൽ മീറ്ററും കൂടെ ഉണ്ട്. അയ്യേ, അങ്ങനെ ഒന്ന് നോക്കണം കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യണേ ആൻസറേ, അല്ല മൊത്തം തെറ്റിപ്പോ മക്കളെ. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഞാൻ 2 പോയിന്റ് എടുത്തു. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് dV എന്ന് എടുത്തു ഞാൻ. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് സാർ E എന്ന് വിളിച്ചു ഇലക്ട്രിക് ഫീൽഡിനെ. ഇനി ശ്രദ്ധിക്കുക, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഞാൻ dr എന്ന് വിളിച്ചു. എങ്കിൽ ഇവർ 3 പേരും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ഞാനൊരു ചാർജിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, ഒരു ചാർജ് ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ സങ്കല്പിക്കുക. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുത്തിരിക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ മൈനസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് dV. ഓക്കെ, ശ്രദ്ധിക്കുക. എങ്കിൽ ഈ റിലേഷൻ മാത്രമേ ഉള്ളൂ. ഇതങ്ങ് പഠിച്ചു വെച്ചോളൂ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് വോൾട്ടേജ് -dV/dr. ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്. ഇത് വെച്ചൊരു പ്രോബ്ലം ഉണ്ട്, നമുക്കത് ചെയ്യാം. E is equal to മൈനസ് എന്താ മക്കളെ? dV/dr. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കും കേട്ടോ. ഇത് വെച്ച് നമ്മളോട് പ്രോബ്ലം ചോദിക്കും. E is equal to -dV/dr. പ്രോബ്ലം ചോദിക്കുവേ. വിശക്കുന്നു. വെരി ഗുഡ്, നന്നായി. എനിക്ക് വിശക്കുന്നു. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് വോൾട്ട് പെർ മീറ്റർ ആണ്. വോൾട്ട് പെർ മീറ്റർ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ് വോൾട്ട് പെർ മീറ്റർ. അവിടെ നിന്നാണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയത്. യെസ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് വോൾട്ട്. അതങ്ങനെ പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്.
ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഡെറിവേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. നമുക്ക് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ 3 കമ്പോണൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ 3 കമ്പോണൻറ്റ് കണ്ടുപിടിക്കുക. ഇത് ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് എടുത്തെഴുതുന്നു. V is equal to നമുക്കൊന്ന് എടുത്തെഴുതാം. എന്താടാ 15x² പ്ലസ് 36y² പ്ലസ് 36y². ഇതാണ് പൊട്ടൻഷ്യൽ. കണ്ടുപിടിക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ് മക്കളെ. ഇലക്ട്രിക് ഫീൽഡിന് 3 കമ്പോണൻ്റ് ഉണ്ട്. ഒരു EX കമ്പോണൻ്റ് ഉണ്ട്, ഒരു EY കമ്പോണൻ്റ് ഉണ്ട്, ഒരു EZ കമ്പോണൻ്റ് ഉണ്ട്. ഈ 3 കമ്പോണൻ്റ് ഉണ്ട് ഇതിന്. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇതിൽ എക്സ് കമ്പോണൻ്റ് കണ്ടുപിടിക്കാൻ ഞാൻ പറയുന്ന ടെക്നിക്ക് അപ്ലൈ ചെയ്താൽ മതി. എക്സ് കമ്പോണൻ്റ് കണ്ടുപിടിക്കാൻ നിങ്ങളെ തന്നിരിക്കുന്ന വോൾട്ടേജിനെ എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് പറയുക വൈയും ഇസഡും കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുക. നിങ്ങൾ ഈ വൈ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? വൈ കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുക. വൈ കൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ ഏതൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും? എക്സിനെയും ഇസഡിനെയും കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുക. ഇനി നിങ്ങൾക്ക് ഇസഡ് കമ്പോണൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഈ പൊട്ടൻഷ്യലിനെ ഇസഡ് കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുക. ഇസഡ് കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും അവിടെ എക്സും വൈയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് ടെക്നിക്ക്, ഇതാണ് ലോജിക്ക്. ഇനി നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. നമ്മളോടാ കളി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. എക്സും വൈയും ആണല്ലേ. ആയി നമുക്ക് എക്സ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാം മക്കളെ. എക്സ് കമ്പോണൻറ്റ് EX is equal to നമ്മളിതിനെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആണേ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 50x² പ്ലസ് 36y². കണ്ണും പൂട്ടി പറയാം ഇത് 0 ആണ്, കാരണം y 0 ആണ്. y കോൺസ്റ്റൻ്റ് ആക്കി എടുത്തു. എക്സ് വെച്ച് കഴിയുമ്പോൾ y കോൺസ്റ്റൻ്റ്, ഇത് 0 വേണ്ട, നോക്കണ്ട. പിന്നെ 50x² 100x എന്ന് വരും. EX കിട്ടി, 100x ആണ്. ഓക്കെ അല്ലേടാ? വേണമെങ്കിൽ ഒരു വെക്ടർ ഫോം തൽക്കാലം വേണ്ട, ഇത് മതി. ഇനി അതേപോലെ തന്നെ കഴിയത്തില്ല. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -1 ആണ്, കാരണം പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -1 ആണ്. ഇട്ട് കൊടുക്കുമ്പോൾ EX നമുക്ക് കിട്ടുന്നത് -100 വോൾട്ട് പെർ മീറ്റർ എന്ന് കിട്ടും, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ കൂളം. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾ EY കണ്ടുപിടിച്ച മക്കളെ. EY കണ്ടുപിടിക്കുമ്പോൾ d/dx ഓഫ് 50x² പ്ലസ് 36y² ആണ്. ഇവിടെ ഇത് കോൺസ്റ്റൻ്റ് ആണ്. 36y എന്ന് പറയുമ്പോൾ 72y എന്ന് വരും. EY is equal to 72y വരും. 3y² ഡെറിവേറ്റീവ് 36 കോൺസ്റ്റൻറ്റ്, y² ഡെറിവേറ്റീവ് 2y ആണ്. അപ്പോൾ 72y എന്ന് വരും. ഇവിടെ നിങ്ങൾ വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വൈയുടെ വാല്യൂ എത്ര മക്കളെ? വൈയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ EY is equal to 72 × 3 ആണ്. 72 × 3 ആണ്. 72 × 3 എന്ന് പറയുന്നത് 6216 എന്ന് കിട്ടും. 216 വോൾട്ട് പെർ മീറ്റർ. ഓക്കെ, 2 കമ്പോണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇസഡ് കമ്പോണ്ട് ഇല്ല, അതുകൊണ്ട് ചെയ്യണ്ട. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എഴുതാൻ റെപ്രസെൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ മതി. -100 I ക്യാപ്പ് പ്ലസ് 216 J ക്യാപ്പ് വോൾട്ട് പെർ മീറ്റർ എന്ന് എഴുതിയാൽ ഇലക്ട്രിക് ഫീൽഡായി. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ റൂട്ട് ഓഫ് ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ക്വയർ എടുത്താൽ മതി. മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ മാത്രം എഴുതിയാൽ മതി. അത് 100² പ്ലസ് 216ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ ആൻസർ കിട്ടി, വോൾട്ട് പെർ മീറ്റർ. പരിപാടി കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇതിനപ്പുറം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. 3 വേണ്ടേ എന്നാ ചോദിച്ചത്. എന്ത് 3 വേണ്ടേന്ന്? എല്ലാം ഉണ്ടല്ലോ ഇവിടെ, എല്ലാം ഉണ്ടല്ലോ. മനസ്സിലായ മക്കളെ? വൈ ആണ്. വൈ ആണ്. കറക്റ്റ്, വൈ ആണ്. ഓക്കെ, റെഡി? മനസ്സിലായ മക്കളെ? എല്ലാവർക്കും മനസ്സിലായോടാ? -100 പ്ലസ് 216. യെസ്, റെഡി. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓ മൈ ഗോഡ്, ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ആണ്, അപ്പോൾ എല്ലായിടും മൈനസ് വരുവേ. യെസ്, നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ആണ്, അപ്പോൾ എല്ലായിടും മൈനസ് വരുവേ. ഉത്തരത്തിലൊരു മൈനസ് വരും. ഒരു മൈനസിൻ്റെ അതിപ്രസരം ഉണ്ടാകണം.
ഞാൻ ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഇട്ടുണ്ടല്ലേ, ഒരു മൈനസിൻ്റെ അതിപ്രസരം വേണം, മൈനസിൻ്റെ അതിപ്രസരം വേണം. അപ്പോൾ ഇവിടെ പ്ലസ് ആകും, അതിപ്രസരം വേണം. ഇവിടെയും മൈനസ് വേണം, മൈനസ് വേണം, മൈനസ് വേണം, മൈനസ് വേണം. അപ്പോൾ ഇവിടെ ചെറിയൊരു മാറ്റം, ഇത് പ്ലസ് ആകും, ഇത് മൈനസ് ആകും. അപ്പോൾ മനസ്സിലായോടാ? യെസ്, മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യെസ്, റെഡി ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു, ഞാനെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് നോക്കാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്ന ഒരു ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ, ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്ന ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് നോക്കാം. ഇതാണ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ നമ്മുടെ മുത്തുമണി ഡൈപോൾ ഉണ്ടല്ലോടാ. യെസ്, ദിസ് ഈസ് തീറ്റ. നമുക്കറിയാം കുഞ്ഞു വർക്കിനെ കണ്ടുപിടിക്കുന്നു DW. കുഞ്ഞു വർക്ക് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇവിടെ നമുക്കറിയാം ഇവിടെ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ടോർക്ക് PE sin θ ആണ്. ഈ ടോർക്കിന് എഗൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് റൊട്ടേഷൻ വർക്ക് ആയതുകൊണ്ടാണ് ഇവിടെ ഫോഴ്സ് വന്നിരിക്കുന്നത്. ഫോഴ്സിന് പകരം ടോർക്ക് വന്നിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് പകരം ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് dθ ആണ്. നെറ്റ് വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ടോ dθ എടുക്കുന്നു. അപ്പോൾ W = നമുക്ക് എഴുതാം. ടോ എന്ന് വെച്ചാൽ നമുക്കറിയാം PE sin θ ആണ്. PE sin θ dθ എന്ന് എഴുതാം. PEനെ പുറത്താക്കി കഴിഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് ഡെറിവേഷൻ ചെയ്യുവാണ്. ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നില്ല. ആക്ച്വലി θ1 നിന്ന് θ2 കൊണ്ടുപോകുന്നെങ്കിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അതായിരിക്കും ഒരു അന്തസ് എന്ന് പറയുന്നത്. ഇനിഷ്യൽ ആംഗിൾ θ1, ഫൈനൽ ആംഗിൾ θ2 ആണ്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ θ1 to θ2 ചെയ്യണവേ. ഓക്കെ, ഞാൻ സിമ്പിളാക്കി എഴുതാൻ നോക്കിയാണ്, നിങ്ങൾ എന്നെ സമ്മതിക്കത്തില്ല. അപ്പോൾ നോക്കിയാൽ മക്കളെ, ഈ W = നമുക്ക് അവിടെ നിന്ന് ആരൊക്കെ പുറത്തെടുക്കാം? P കോൺസ്റ്റൻറ്റ്, E കോൺസ്റ്റൻറ്റ്. ഇൻ്റഗ്രൽ θ1 to θ2, കാരണം ആംഗിളാണ് മാറുന്നത്, sin θ dθ. അപ്പോൾ നമുക്ക് എഴുതാം PE × ഇൻ്റഗ്രൽ sin θയുടെ ഇൻ്റഗ്രേഷൻ -cos θ ആണ്. -cos θ up to the limit θ1 to θ2. Then W = yes, W = നമുക്ക് എഴുതാം PE minus cos. ഈ മൈനസിനെ നമുക്ക് പുറത്തെടുക്കാം. cos അപ്പർ ലിമിറ്റ് cos θ2 മൈനസ് ലോവർ ലിമിറ്റ് cos θ1. ഈ മൈനസ് നമ്മൾ ഒന്നും കൂടെ അകത്തോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. W = PE cos θ1 minus cos θ2. യെസ്, റെഡിയല്ലേ മക്കളെ? ഈ വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് PE cos θ1 minus cos θ2. ദിസ് ഈസ് പൊട്ടൻഷ്യൽ എനർജി ഓർ എൽസ് വർക്ക്. ഇനി ഒരു തീറ്റ ആംഗിൾ ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു തീറ്റ ആംഗിളിലാണ് ഇരിക്കുന്നതെങ്കിൽ, അപ്പം ഞാൻ അസ്യൂം ചെയ്യുന്നു θ1 = 90 ഡിഗ്രി. 90 ഡിഗ്രി ഇരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ 0 ആണ്. അതിനെ റൊട്ടേറ്റ് ചെയ്യിച്ച് ഞാൻ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ കൊണ്ടുവന്നാൽ ദിസ് വർക്ക് ബിക്കം ആൾസോ റിട്ടൺ ആസ് PE. നമുക്ക് cos θ1നെ 90 എടുക്കാം. cos 90 എന്ന് വെച്ചാൽ മുട്ട, മൈനസ് cos 0 എന്ന് എഴുതാം, cos θ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ പൊട്ടൻഷ്യലിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. U = -PE cos θ or else മൈനസ് P.T. P ക്രോസ് E ആണെങ്കിൽ വർക്ക്, P.T ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. മക്കളെ, ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു തീറ്റ ആംഗിളിലാണ് ഡൈപോൾ ഇരിക്കുമ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയാണ് -PE cos θ. ഇനി ഒരു θ1 നിന്ന് θ2 കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും? θ1 നിന്ന് θ2 കൊണ്ടുപോകുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് PE cos θ1 minus cos θ2. ഇത് ക്വസ്റ്റിനകത്ത് 2 ആംഗിൾ തന്നാൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ക്വസ്റ്റിനകത്ത് ഒരു ആംഗിളേ ഉള്ളെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇനിഷ്യൽ ആംഗിൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നോ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നോ പറയും. അങ്ങനെയാണെങ്കിൽ 2 ആംഗിൾ തന്നിട്ടുണ്ട്. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ തീറ്റ എന്തായിരിക്കും? 0 ഡിഗ്രി ആണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ തീറ്റ = 180 ഡിഗ്രി ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്
ഒരു ഡൈപോളിനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്നും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായി വർക്ക് ചോദിച്ചാൽ നിങ്ങൾ θ1 0 ഡിഗ്രിയും θ2 180 ഡിഗ്രി ഇട്ട് കൊടുത്താൽ മതി. പരിപാടി കഴിയും. ഗതം. നമുക്ക് അടുത്തതിലോട്ട് പോവാടാ മക്കളെ. യെസ് നമുക്ക് അടുത്തതിലോട്ട് പോകാം. കപ്പാസിറ്റർ ആണ്. എന്താണ് മക്കളെ കപ്പാസിറ്റർ എന്ന് പറയുന്നത്? യെസ്, ഇലക്ട്രിക്കൽ എനർജീനെ അല്ലെങ്കിൽ ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ് ആണ് നമ്മുടെ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് ടു സ്റ്റോർ ഇലക്ട്രിക്കൽ ചാർജ്. അവിടെ നമുക്കറിയാം കപ്പാസിറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കപ്പാസിറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇൻ ദ കേസ് ഓഫ് എ കപ്പാസിറ്റർ ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ആയിരിക്കും. ഓർ എൽസ് Q ഈസ് ഈക്വൽ ടു CV ആണ്. സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ. റെഡിയല്ലേ മക്കളെ? അതായത് കപ്പാസിറ്റൻസ് കൂടിയാൽ ആ കപ്പാസിറ്റർ അത് സ്റ്റോർ ചെയ്യുന്ന ചാർജ് എന്ത് ചെയ്യും മക്കളെ? ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡ് ആണ്. ഫാരഡ് യൂണിറ്റ് മൈക്കൽ ഫാരഡ് ബഹുമാനാർത്ഥം നമ്മൾ കൊടുക്കുന്നു ഫാരഡ്. അടുത്തത് എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ്, സിമ്പിൾ ഡെറിവേഷൻ ആണ്. പെട്ടെന്ന് നോക്കിക്കോളാം, പെട്ടെന്ന് പറഞ്ഞുതരാം. ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് ഉണ്ട്. ഏരിയ A ആണ്, സെപ്പറേഷൻ D ആണ്. ഇതിനൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ഇവിടുത്തെ വോൾട്ടേജ് V ആണെങ്കിൽ നമുക്കറിയാം C = Q/V. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Q/V. ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആ സർഫസിലായതുകൊണ്ട് സർഫസ് അനുസരിച്ച് സിഗ്മയാണെങ്കിൽ ഞാൻ പറയുന്നു ടോട്ടൽ ചാർജ് എന്ന് വെച്ചാൽ സിഗ്മ × A ആണ്. V = നമുക്ക് റിലേഷൻ അറിയാം. V = E × D ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. V = ഇടിയപ്പം ഓർത്താൽ മതി. ഇടിയപ്പം. യെസ്, എങ്കിൽ നമുക്ക് കൊടുക്കാം V = ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ σ/ε0 ആണ്. σ/ε0 × D എന്ന് കൊടുക്കാം. ഇത് രണ്ടും എടുത്ത് ഇങ്ങോട്ട് പുട്ടിക്കഴിഞ്ഞാൽ ആൻസറായി. ഇത് രണ്ടും എടുത്ത് ഇങ്ങോട്ട് പുട്ടിയാൽ ആൻസറായി. സിമ്പിൾ ആൻഡ് ഹംബ്ലോസ്കി ഡെറിവേഷൻ. എന്ത് കിട്ടും മക്കളെ? നമുക്ക് എന്ത് കിട്ടും? പുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാം C = Qന് പകരം σA ഡിവൈഡ് ബൈ Vക്ക് പകരം σD ബൈ മക്കളെ എന്താടാ? ε0. സിഗ്മ വെട്ടി ചത്തു പോകത്തില്ലേടാ? ദെൻ C ആൻസർ കിട്ടി ε0A/D. ഇതാണ് ഇക്വേഷൻ. C = ε0A/D. ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ മക്കളെ, ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇനി ഒരു ഡൈഇലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കിയേ. കപ്പാസിറ്റർ പ്ലേറ്റിനിടയിലോട്ട് ഞാൻ ഒരു ഡൈഇലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. C ഇത് എയർ ആണ്. അപ്പോൾ C മീഡിയം എന്ന് പറയുന്നത് εr × ε0A/D എന്ന് എഴുതാം. ε0A/D എന്ന് വെച്ചാൽ എയർ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം C മീഡിയം = εr ടൈംസ് എന്താണ് മക്കളെ? C എയർ ആണെന്ന്. ഉഷാർ സാധനം. റെഡി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓൺ ഇൻട്രൊഡ്യൂസിങ് ഡൈഇലക്ട്രിക് സ്ലാബ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഓഫ് ദി കപ്പാസിറ്റർ. ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ ശ്രദ്ധിക്കടാ. ഹൗ എ കപ്പാസിറ്റർ ചേഞ്ചസ് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഓഫ് ദി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇസ് ഹാഫ്ഡ്. ഡിസ്റ്റൻസ് പകുതിയാക്കി. നമ്മുടെ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് പകുതിയാക്കി എങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ε0A/Dക്ക് പകരം D ആണ്. സെക്കൻഡ് കേസിൽ നമുക്ക് പറയാം ε0A/D/2 വരും. 2 ചാടി മുകളിൽ കയറും. അപ്പോൾ നമുക്കറിയാം 2C എന്ന് എഴുതാം. ബിക്കം ഡബിൾ 2 ടൈംസ് ആവും. 2 ടൈംസ്. റെഡി അല്ലേ മക്കളെ? എടാ പകുതിയാണോടാ ആകുന്നത്? D/2 അല്ലേ? 2 ചാടി മുകളിൽ കയറത്തില്ലേടാ? എടാ കപ്പാസിറ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കുറച്ചാൽ കപ്പാസിറ്റൻസ് കൂടും. ഡബിൾഡ്. ഇനി കപ്പാസിറ്റർ സീരീസ് പാരൽ കോമ്പിനേഷൻ, അതേപോലെ എനർജി സ്റ്റോർഡിനെ കപ്പാസിറ്ററിൻ്റെ എക്സ്പ്രഷൻ കൂടെ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളൂ. പിന്നെ QV ഗ്രാഫ് ഉണ്ട്. നോക്കാം. കപ്പാസിറ്റർ ഇൻ സീരീസ് കോമ്പിനേഷൻ. മക്കളെ ഒന്നും നോക്കണ്ട. സീരീസ് ആണോ എങ്കിൽ അവിടെ ചാർജ് സെയിം ആയിരിക്കും. ഒന്നും നോക്കണ്ട. സീരീസ് ആണെങ്കിൽ രണ്ടിടത്തും ചാർജ് സെയിം ആയിരിക്കും. കപ്പാസിറ്റൻസ് C1 C2 കൊടുക്കുന്ന വോൾട്ടേജ് V. ഒന്നാമത്തെ കപ്പാസിറ്റർ വോൾട്ടേജ് V1, രണ്ടാമത്തിൻ്റെ V2. നമുക്കറിയാം സീരീസ് കോമ്പിനേഷൻ ചാർജ് എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. വോൾട്ടേജ് എന്തായിരിക്കും മക്കളെ? വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. എങ്കിൽ V = നമുക്ക് എഴുതാം V1 + V2 ആണ്. വോൾട്ടേജ് ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. എങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം V = Q/C ആണ്.
എങ്കിൽ V1 ഈക്വൽ ടു Q1/C1. Q സെയിം ആയതുകൊണ്ട് Q1 Q എന്ന് കൊടുത്താൽ മതി, പ്ലസ് Q ബൈ എന്ത് വരും മക്കളെ C2. എല്ലായിടത്തും ചാർജിനെ വെട്ടിക്കളയുക, ദെൻ ആൻസർ കിട്ടി 1/C is equal to 1/C1 പ്ലസ് എന്താണ് മക്കളെ 1/C2. ദിസ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ദി കപ്പാസിറ്റൻസ്. ഇനി പാരലൽ ആണെങ്കിലോ മക്കളെ ശ്രദ്ധിക്കടാ, പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ എന്താ പ്രത്യേകത? പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ C1 ഇവിടെ C2, കൊടുക്കുന്ന വോൾട്ടേജ് V. പാരലൽ ആണെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. ഈ ബാറ്ററിയിൽ നിന്ന് പോകുന്ന ചാർജാണ് Q എങ്കിൽ ഈ കപ്പാസിറ്റി വരുന്ന ചാർജ് Q1 ആണ്, ഈ കപ്പാസിറ്റി വരുന്ന ചാർജ് Q2 ആണ്. അപ്പോൾ നമുക്ക് പറയാം Q ഈക്വൽ ടു Q1 പ്ലസ് എന്തായിരിക്കും മക്കളെ Q2 ആണ്. Q ഈക്വൽ ടു CV ആണ്. CV ഈക്വൽ ടു Q1 പകരം C1 V പ്ലസ് C2 V എന്ന് എഴുതാം. നമുക്ക് എല്ലായിടവും V കട്ട് ചെയ്ത് കളയാം, കാരണം നമുക്കറിയാം വോൾട്ടേജ് എന്താണ് സെയിം ആയതുകൊണ്ട്. ദെൻ C ഈക്വൽ ടു നമുക്ക് എഴുതാം C1 പ്ലസ് എന്താണ് മക്കളെ C2 എന്ന് എഴുതാം. ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ ഇൻ പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത്. നമുക്കിനി അടുത്ത എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്റിൻ്റെ എക്സ്പ്രഷൻ കൂടെ നോക്കാം. എക്സ്പ്രഷൻ മാത്രമേ ഡെറിവേഷൻ വേണ്ട. എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ½ CV² ആണ്. ദിസ് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ. Q ഈക്വൽ ടു CV എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ച് നമുക്ക് ഈ ഇക്വേഷൻ മോഡിഫൈ ചെയ്താൽ 3 ഇക്വേഷൻ കിട്ടും. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് ദ സെക്കൻഡ് ഇക്വേഷൻ ½ Q²/C ആൻഡ് ലാസ്റ്റ് ഇക്വേഷൻ ½ QV. ഈ 3 ഇക്വേഷൻ പഠിക്കണം. പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രോബ്ലം ചോദിച്ചാൽ ഈ 3 ഇക്വേഷനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ചാർജ് സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ വിത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്. നമുക്കൊന്ന് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഓഫ് ദി ഗ്രാഫ് റെപ്രസെൻറ്റ്? ഏതാണ് മക്കളെ? ഒന്ന് നോക്കിയേടാ, QV ഗ്രാഫാണ് വരക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം Q ഈസ് പ്രപ്പോർഷണൽ ടു V ആണെങ്കിൽ ഗ്രാഫ് വരക്കാൻ ചോദിച്ചാൽ പ്രപ്പോർഷണാലിറ്റി ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ തന്ത്രം പ്രയോഗിക്കുക, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പ്രപ്പോർഷണാലിറ്റി ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി കൂട്ടത്തിലൊരു കോൺസ്റ്റൻറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് ഒന്ന് മുകളിൽ നിന്ന് തുടങ്ങും. മൈനസ് ആണ് വരുന്നതെങ്കിൽ താഴെയും തുടങ്ങും. അത്രയുള്ള വ്യത്യാസം. റെഡിയല്ലേ മക്കളെ? യെസ്, ഇതാണ് ഗ്രാഫ്. ഇതിൻ്റെ സ്ലോപ്പ് നോക്കിയാൽ നമുക്ക് ചാർജ് ബൈ വോൾട്ടേജ് ദാറ്റ് ഈസ് കപ്പാസിറ്റൻസ് സ്ലോപ്പ് എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് ആണ്. ഏരിയ നമ്മൾ എടുത്താൽ നമുക്ക് കിട്ടുന്ന എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്റർ എനർജി കിട്ടും. കാരണം എന്താ, ഇതിൻ്റെ ഏരിയ നിർത്തിയ മക്കളെ, ഇതിൻ്റെ ഏരിയ എടുത്താൽ നമുക്കറിയാം ഏരിയ എന്ന് പറയുന്ന ½ BH ആണ്. ബേസ് എന്ന് പറയുന്ന വോൾട്ടേജ് അല്ലേ, ബേസ് എന്താണ് വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം വോൾട്ടേജ് ഇൻറ്റു ഹൈറ്റ് എന്ന് വെച്ചാൽ ചാർജ് ആണ്, ½ QV. ½ QV ഇസ് ദ എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്റർ. ദ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്റർ ഇൻ ഡാഷ് എവിടെയാണ് മക്കളെ? ഇലക്ട്രിക് ഫീൽഡിലാണ്. കപ്പാസിറ്റർ പ്ലേറ്റിനിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിലാണ് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓർത്തിരിക്കണം, പഠിച്ചിരിക്കേണ്ടതാണ്. 2019 CBSE ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മനോഹരമായൊരു ക്വസ്റ്റ്യൻ ആണ്. മിക്കപ്പോഴും ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു 2-3 പ്രാവശ്യം റിപ്പീറ്റും ചോദിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കുറച്ചൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, കാരണം കപ്പാസിറ്റൻസ് സെയിം ആണെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഡിഫറൻറ്റ് കപ്പാസിറ്റി തരാം. അപ്പം ഞാൻ ഒരു ജനറൽ മെത്തേഡിലൂടെ കണ്ടുപിടിക്കുന്നു ആദ്യം, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ശ്രദ്ധിക്കും മക്കളെ, എൻ്റെ കയ്യിലൊരു കപ്പാസിറ്റർ ഉണ്ട്, കപ്പാസിറ്റൻസ് C1. അതിനെ ഞാൻ ഒരു ബാറ്ററിയായിട്ട് കണക്ട് ചെയ്യുന്നു. ബാറ്ററിയുടെ വോൾട്ടേജ് V ആണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജീനെ ഞാൻ U1 എന്ന് വിളിച്ചു. അത് നമുക്ക് സിംപ്ലി കിട്ടും ½ CV² ആണ്. ½ CV² ആണ്. ദിസ് ഈസ് ദ ഇനിഷ്യൽ എനർജി. ഇതേ സാധനത്തിനെ ഞാൻ എന്ത് ചെയ്തു? ഇതേ കപ്പാസിറ്റർ, ശ്രദ്ധിക്കുക, ഇതേ ചാർജുള്ള ഈ കപ്പാസിറ്ററിനെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് എടുത്തിട്ട് എങ്ങോട്ട് കൊണ്ട് കണക്ട് ചെയ്തു? മറ്റൊരു കപ്പാസിറ്ററുമായിട്ട് പാരലി കണക്ട് ചെയ്തു. എങ്കിൽ ഇപ്പോഴുള്ള എനർജി എന്താണ്? ഇതാണ് സാധനം. ഇത് ഒരേ കപ്പാസിറ്റർ ആണെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഞാൻ ഇതിൻ്റെ ജനറൽ മെത്തേഡ് പറഞ്ഞുതരാം. ഓക്കെ, സെക്കൻഡ് എനർജി കണ്ടുപിടിക്കണം. U2 ആണ്. അപ്പോൾ നമുക്കറിയാം ½ ഇൻറ്റു ഇവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്കറിയാം പാരലൽ ആയതുകൊണ്ട് C1 + C2 ആയിരിക്കും. അതിൽ മാറ്റമൊന്നുമില്ല, C1 + C2. പക്ഷെ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ഇവിടുത്തെ വോൾട്ടേജിനെ സാർ V' എന്ന് വിളിക്കുക. കാരണം രണ്ടിടത്തും വോൾട്ടേജ് സെയിം ആണ്, പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് V' എന്ന് വിളിച്ചു. എനിക്ക് അറിയത്തില്ല വോൾട്ടേജ്. അപ്പം ഞാൻ എന്തെടുക്കുന്നു? ഇവിടെ V' എന്ന് വിളിച്ചു. V' സ്ക്വയർ ആയിരിക്കും.
ബി ഡാഷ്. ബി റേസ് 12 എന്നല്ല, ബി ഡാഷിൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ അല്ലേടാ? ഇനിയാണ് പരിപാടി. ഈ വി ഡാഷിനെ കണ്ടുപിടിച്ചാൽ നമ്മൾ ബുദ്ധിമാന്മാരാന്ന് പറയും. ഈ വി ഡാഷ് കണ്ടുപിടിച്ചാൽ മതി. അതിന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കൺസെപ്റ്റാണ്, ഇനിഷ്യലി ഇവിടുത്തെ ചാർജ് എന്താണോ അത് തന്നെയായിരിക്കും ഫൈനലിയും ചാർജ്. അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് ചാർജ്, ഇനിഷ്യലി ആ കപ്പാസിറ്ററിനകത്ത് ഒരു 5 കൂളം ചാർജാണ് സ്റ്റോർ ചെയ്തതെങ്കിൽ അതിനെ നമ്മൾ 2 കപ്പാസിറ്ററായിട്ട് പാരലായിട്ട് കണക്ട് ചെയ്താലും വേറെ പുതിയ ചാർജ് എവിടെ നിന്നും വരുന്നില്ല. ആ ചാർജാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലി ഷെയർ ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആകുന്നവർ എന്ത് ചെയ്യും? ആ ചാർജാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 2 കേസിലും ചാർജിന് മാറ്റമില്ല. അതാണ് തന്ത്രം. ഞാൻ ഇവിടുത്തെ ചാർജിനെ കണ്ടുപിടിക്കാൻ പോവാണ്. ചാർജ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം Q ഈക്വൽ ടു സി വി രാമനെ ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ C1 V1 കിട്ടും, V കിട്ടും. ഇവിടുത്തെ ചാർജിനെ ഞാൻ Q2 എന്ന് വിളിക്കുന്നു. മക്കളെ ചാർജ് ഈസ് ഈക്വൽ ടു സി വി രാമനെ ഓർത്താൽ മതി. പക്ഷേ ഇവിടുത്തെ C എന്ന് വെച്ചാൽ 2 കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ C1 + C2 ആണ്. C1 + C2 ഇസ് ഈക്വൽ ടു വോൾട്ടേജ് നമുക്ക് എന്ത് വിളിക്കാം? വി ഡാഷ്. ഈ അണ്ണനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഇൻ ടേംസ് ഓഫ് ദിസ് അണ്ണൻ. നമുക്കറിയാം ഇൻ ഷെയറിംഗ് there is no excess of charge. അപ്പോൾ Q1 ഈക്വൽ ടു Q2 ആണ്. അപ്പോൾ നമുക്ക് Q1 പകരം C1 V1 എന്ന് വിളിക്കാം. C1 V ഇസ് ഈക്വൽ ടു C1 + C2 ഇൻറ്റു അന്തസ്സുള്ള വി ഡാഷ്. വി ഡാഷ് കിട്ടി മക്കളെ. C1 V ഡിവൈഡഡ് ബൈ C1 + C2. അടിപൊളി സാധനം, അടിപൊളി സാധനം. വി ഡാഷ് കിട്ടി. ഇനി ആൻസറായി. ഇനി ആൻസർ അങ്ങോട്ട് പറക്കി ഇട്ട് കൊടുത്താൽ മതി. U2 കിട്ടി, സന്തോഷമായി, നമുക്ക് സന്തോഷമായി. ഹാഫ് ഇൻറ്റു C1 + C2 വി ഡാഷ് സ്ക്വയർ ആണ്. വി ഡാഷിന് പകരം 8 കൊടുക്കുന്നു. CV ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ C1 + C2 ദ ഹോൾ സ്ക്വയർ അല്ലേ? വോൾട്ടേജിന് വരെ വിട്ടു കൊടുത്തു. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഒരു സ്ക്വയറൊക്കെ കട്ട് ചെയ്ത് കളയാം. ഓടാ വെട്ടിക്കളയടാ. അപ്പോൾ എന്ത് കിട്ടി? U2 ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു C1 C സ്ക്വയർ V സ്ക്വയർ ഡിവൈഡ് ബൈ C1 പ്ലസ് എന്ത് വരും മക്കളെ? C2 എന്ന് വരും. ദിസ് ഈസ് എ ഫൈനൽ എനർജി. കണ്ടോ? ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ എന്തിൻ്റെ മാറ്റം എന്താണ്? ഇവിടെ ഹാഫ് CV സ്ക്വയർ വന്നു, ഇവിടെയും ഹാഫ് CV സ്ക്വയർ തന്നെയുണ്ട്, പിന്നെ ഒരു സി ഡാഷ് സ്ക്വയർ ആണ്. പിന്നെ താഴെ എന്ത് വരും? ഒരു C1 + C2. എന്താണ് ഇവർ തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത്? ആ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. U2നെ എനിക്ക് ഇങ്ങനെ എഴുതാം, ഹാഫ് ഇൻറ്റു C1 V സ്ക്വയർ ഇൻറ്റു C1 ഡിവൈഡ് ബൈ C1 + C2. ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാം സാറേ, ഒരു കുഴപ്പമില്ല. ഈ അണ്ണൻ ഏതാണ്? ഇനിഷ്യൽ എനർജിയാണ്. അപ്പോൾ U2 ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ എനർജി ഇൻറ്റു C1 ഡിവൈഡ് ബൈ C1 + C2. പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെച്ചോ. ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട. U2 ബൈ U1 ഇസ് ഈക്വൽ ടു C1 ബൈ C1 + C2. പരിപാടി കഴിഞ്ഞു. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. പല പ്രാവശ്യം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എനർജി, ഇനിഷ്യൽ ആൻഡ് ഫൈനൽ എനർജി, ഇനിഷ്യൽ ആൻഡ് ഫൈനൽ എനർജി. U2 ബൈ U1 ഇസ് ഈക്വൽ ടു C1 ഡിവൈഡഡ് ബൈ U2 C1 ഡിവൈഡഡ് ബൈ C1 + C2. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? എ പാരലൽ കപ്പാസിറ്റർ ചാർജിൽ V വോൾട്ട് ചാർജ് ചെയ്യുന്നു, ഡിസ്കണക്ട് ചെയ്യുന്നു, മറ്റൊരു കപ്പാസിറ്ററുമായിട്ട് എന്ത് ചെയ്യുന്നു? സെയിം കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് ദി എനർജി. എനർജിയുടെ റേഷ്യോ മക്കളെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചോ. U2 ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ U2 ബൈ U1 ഇസ് ഈക്വൽ ടു വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിക്കോ C ഡിവൈഡ് ബൈ C1 + C2. C1 + C2 ഇതാണ് സാധനം. ദിസ് ഈസ് ദ സാധനം. ഓക്കെ, കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് എനർജി സോൺ ഇൻ ദ കോമ്പിനേഷൻ ഓഫ് ദി ഇനിഷ്യൽ എനർജി ടു ഓൺ ദി സിംഗിൾ കപ്പാസിറ്റർ. അപ്പോൾ ഇനിഷ്യൽ എനർജി ടു സിംഗിൾ കോമ്പിനേഷൻ ടു ദി U2 ബൈ U1 കണ്ടുപിടിക്കേണ്ടത്. U2 ബൈ U1 മക്കളെ കപ്പാസിറ്റർ സെയിം കപ്പാസിറ്റർ ആണ്. ആദ്യം ഒരു കപ്പാസിറ്റർ, പിന്നെ സെയിം കപ്പാസിറ്റർ തന്നെ ഇവിടെ വെക്കുന്നു. C1 C2 വേണ്ട. അപ്പോൾ C കൊടുക്കുക, 2C കൊടുക്കുക. ആൻസർ ബിക്കം 1/2. പരിപാടി കഴിഞ്ഞു. ഉഷാറല്ലേ മക്കളെ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊന്ന് കോമ്പിനേഷൻ പഠിച്ചിട്ട് പോവാം. ഇപ്പോൾ നമ്മൾ CBSEയുടെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതേ കാറ്റഗറിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കളക്റ്റീവായിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ സാറേ? ഓക്കെ, അത് നിങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതിനകത്തൊരു അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ സാറേ. ഇതിനകത്തൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ എന്താണ്
ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ട്, അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോകണം. സ്ലൈഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കിയിട്ടേ പോവുള്ളൂ. ഇവിടുന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ല, എന്നാലും പഠിച്ചിട്ട് പോവാം. ഇതിനകത്ത് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, ഒരു കണ്ടക്ടറിനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഉണ്ടാകത്തില്ല. ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും സർഫസിന് നോർമലായിട്ടാണ് പോകുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, സർഫസിന് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും നോർമലായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡൊന്നും ഇല്ല എങ്കിൽ ദർ ഈസ് നോ എക്സസ് ചാർജ് ഇൻസൈഡ് ദി ഇൻറ്റീരിയർ ഓഫ് ദി കണ്ടക്ടർ. അതും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എല്ലായിടത്തും സെയിം ആയിരിക്കും. കാരണം നമുക്കറിയാം E is equal to dV/dr ആണ്. dV/dr ആണ്. ഇവിടുന്ന് വളരെ വ്യക്തമാണ്. ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ 0 ഈക്വൽ ടു dV/dr എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? എല്ലായിടത്തും 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് 0 ആയതുകൊണ്ട് തന്നെ നമുക്കിനി ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്, ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിന് പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം അവൻ അവിടെ ഭദ്രമായിട്ടിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് ഷീൽഡിങ്. പുറത്ത് എത്ര വലിയ ഫീൽഡ് വന്നാലും എത്ര കുറവ് ഫീൽഡ് ആണെങ്കിലും അകത്ത് കമ്പോണൻസിന് ഒന്നുമേ സംഭവിക്കത്തില്ല. പിന്നെ ഒരു കാര്യം കൂടെ, ഇവിടെ ഉണ്ടാകുന്ന ആ സർഫസിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് σ/ε0 ആയിരിക്കും. അതായത് ഒരു ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അത് ഓർത്താൽ മതി, σ/ε0. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചാപ്റ്റർ പഠിക്കാനുള്ളത്. പിന്നെ നോൺ പോളാറിനും ഉണ്ട്, പോളാർ മോളിക്യൂളും ഉണ്ട്. നോൺ പോളാർ മോളിക്യൂൾ ആണെങ്കിൽ ചാർജ് സെപ്പറേഷൻ ഇല്ല. പോളാർ മോളിക്യൂൾ ആണെങ്കിൽ ചാർജ് സെപ്പറേഷൻ ഉണ്ടാകും. നോൺ പോളാർ മോളിക്യൂളിന് നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. പോളാർ മോളിക്യൂളിൽ ഒരു നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് പ്രസൻറ്റ് ആയിരിക്കും. എക്സാമ്പിൾ HCl-ഉം വാട്ടറും അതേപോലെ തന്നെ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. യെസ് സാർ, സെൻഡ് ചെയ്തോ? ഓക്കെ അല്ലേ മക്കളെ? റെഡിയല്ലേ? ഉഷാറല്ലേടാ? നന്നായിട്ട് പഠിക്കുക കേട്ടോ, പേടിക്കണ്ട കേട്ടോ. അടുത്ത ചാപ്റ്റർ ഐ തിങ്ക് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. റെഡി? എല്ലാവരെയും വിളിച്ചിട്ട് വരിക. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്, ഒന്നും പറയാനില്ല. ശബരി സാർ ഉഷാറായിട്ട് എടുത്തു തരും. യെസ്, മൂവിങ് ചാർജ് മാഗ്നറ്റിസം. വെരി ഗുഡ്. അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് വരിക. ഇത്രയും കുട്ടികളൊന്നും വന്നാൽ പോരാ, നമുക്കിതൊന്നും പോരാ. നമുക്ക് ഇനിയും കുട്ടികളെ ഇവിടെ ആവശ്യമുണ്ട്. നിങ്ങൾ ഉഷാറാകണം, എങ്കിലേ ഞങ്ങൾ ഉഷാറാകൂ. റെഡി? ഹലോ മക്കളെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം റെഡിയാണെന്ന് വിചാരിക്കുന്നു. തുടങ്ങാം. ആരംഭിക്കാം. ചാർജ് ഇല്ല സാറേ ടാബില്. റെഡിയല്ലേ? യെസ്. ഒരു 1.5 മണിക്കൂർ മൊത്തം, രണ്ടും കൂടി. യെസ്. സോ നോക്കിക്കേ മക്കളെ, നമ്മളൊരു 1.5 മണിക്കൂർ കൊണ്ട് 2 ചാപ്റ്ററും തീർക്കാൻ പോവാണ്. റെഡിയല്ലേ നാഗവല്ലി? ഹായ്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സർ 10 മിനിറ്റ് ബ്രേക്ക്. എടാ, ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം അറിയോ? നിങ്ങൾ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിച്ചിട്ടിരിക്കണം. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു നിങ്ങളോട്, ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഇതിൻ്റെ ഇടയ്ക്ക് ഇരിക്കാൻ. നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് ഒന്നും എടുക്കുന്നില്ല. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അതൊന്നും ഓർക്കണം. ഇതിപ്പോൾ തൽക്കാലം വേണ്ട. ഒരു പേപ്പറും പെന്നും വെച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതോടുകൂടി പഠിച്ചു പോകാമെന്നൊരു ഓഫറാണ് ഞാൻ തരുന്നത്. പഠിച്ചു പോകാനുള്ളൊരു ഓഫറാണ് തരുന്നത്. കൃത്യമായി നോക്കിക്കോളൂ. നമുക്ക് പഠിക്കാം. തുടങ്ങിയല്ലേ മക്കളെ? റെഡിയല്ലേ? യെസ്. ശരി എന്നാൽ യെസ്. സോ തുടങ്ങുന്നു. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. സോ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, എങ്ങനെയാണ് ഈ ചാപ്റ്ററിൽ മാഗ്നറ്റിസം ഉണ്ടായത്? മൂവിങ് ചാർജസ് ഇൻ മോഷൻ വിൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. നമുക്ക് മക്കളെ ഒരു ചാർജ് ഉണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ച കാര്യം എന്താ? ഒരു ചാർജ് ആയിരുന്നു. ആ ചാർജ് അവിടെ വെറുതെ ഇരുന്നാൽ എന്തുണ്ടാവുന്നില്ല? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, പക്ഷെ എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡോ മാഗ്നറ്റിസോ ഇല്ല. ഈ ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൂവിങ് ചാർജസ് വിൽ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? അപ്പോൾ ചാർജ് ഇൻ മോഷനാണ് കറണ്ട് ക്യാരിയും കണ്ടക്ടറിന് ചുറ്റും. കറണ്ട് തന്നെ പറയണമെന്നില്ല, ഒരു സിംഗിൾ ചാർജ് മൂവ് ചെയ്യാലും അതിന് ചുറ്റും എന്തുണ്ടാവും? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട കാര്യം ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞ ലോയുടെ പേര് പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞോ. അതിൻ്റെ പേരാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ് അവിടെ ഉണ്ടായ. ഒരു മിനിറ്റടാ.
മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്നാണ് അവിടെ ഉണ്ടായ ഫോഴ്സിൻ്റെ പേര് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താടാ? എഫ് മാഗ്നറ്റ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. ക്യൂ വി ബി സൈൻ തീറ്റ വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഈ ഇക്വേഷൻ എല്ലാവർക്കും അറിയേണ്ട ഇക്വേഷനാണ്. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അതിൽ ഓരോ ടേംസും അറിയാം. ക്യൂ എന്തായിരുന്നുടാ? ക്യൂ ചാർജ് ആണ്, ചാർജ് ഇൻ മോഷൻ ആണ്. വി എന്ന് പറഞ്ഞാൽ ഏത് വെലോസിറ്റിയിലാണോ മൂവ് ചെയ്യുന്നത്, വെലോസിറ്റി ഓഫ് ചാർജ് ആണ്. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡാണ്. എന്താ പറഞ്ഞ കാര്യം? എന്താ അത് പറയാൻ കാരണം? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എപ്പോഴാണ് ഉണ്ടാവുക? ഒരു ചാർജ് ഇൻ മോഷൻ വിൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. അപ്പോൾ ചാർജ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ ചാർജ് മൂവ് ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലെത്തി. എത്തിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡും ചാർജിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡും കൂടി ഒരു ഫോഴ്സ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അല്ലേ. സർ മോട്ടിവേഷൻ കൊണ്ട് തുടങ്ങണോ മക്കളെ? ഒന്നുമില്ലടാ. നമുക്ക് +2 എക്സാം, ഫിസിക്സ് എക്സാം നാളെയാണ്. നാളെ എന്നൊരു സമയമുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം എഴുതണം. ഇത്രയും വർഷം പഠിച്ചതിൻ്റെ, 1 വർഷമോ 2 വർഷമോ പഠിച്ചതിൻ്റെ അല്ലടാ, നിങ്ങൾ 12 വർഷമായിട്ട് സ്കൂളിൽ പഠിക്കുന്നത്. LKG പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ എക്സാം പോലെയാണ്. ഇനി നിങ്ങൾ എന്താ പറയുക, അടുത്തതായിട്ട് നിങ്ങൾ പോകുന്നത് ഡിഗ്രി പഠിക്കാനും ബാക്കി ജീവിതത്തിൽ എന്തായിത്തീരുന്ന കാര്യത്തിലേക്കാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം. ഇത്രയൊക്കെ മോട്ടിവേഷൻ പറയാൻ എനിക്ക് അറിയുള്ളൂ. വേഗം പഠിച്ചില്ലെങ്കിൽ തോറ്റു പോകും. പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഫുൾ മാർക്ക് പഠിച്ചാൽ അഭിമാനമായി അന്തസ്സായി മുന്നോട്ട് നടക്കാം. അത്രയേ ഉള്ളൂ മോട്ടിവേഷൻ അത്ര പറയാൻ അറിയുള്ളൂ. സോ ഈ കാര്യം ഓർക്കണം. സോ ഇതുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് മക്കളെ. ചാർജ് എങ്ങനെ സഞ്ചരിക്കുന്നു ആ കാര്യം ഓർക്കണം. ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ഓർ 180 ഡിഗ്രി, എന്താ പറഞ്ഞ കാര്യം? ഇതായിരുന്നു അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായോ ആൻറ്റി പാരലായോ പാർട്ടിക്കിൾസ് വന്നു കഴിഞ്ഞാൽ ഫോഴ്സ് വിൽ ബി സീറോ. സോ ആ പാർട്ടിക്കിൾ ഫോഴ്സ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാതെ അതൊരു പോക്ക് അങ്ങോട്ട് പോകും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ. തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? ഫോഴ്സ് വിൽ ബി എഫ് മാക്സിമം ആയിരിക്കും. ഓർത്ത് വെക്കണം അല്ലേ. സോ എഫ് മാക്സിമം ആയിരിക്കണം. എഫ് മാക്സിമം ഉള്ള കണ്ടീഷൻ എന്താ? തീറ്റ ഇസ് ഈക്വൽ 90 ഡിഗ്രി ആണ്. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ആരൊക്കെയാണ്? ആംഗിൾ ബിറ്റ്വീൻ തീറ്റ ആൻഡ് വി ആൻഡ് ബി വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. യെസ്, ഇവിടെ നമ്മൾ ഓർക്കേണ്ട അടുത്ത കാര്യമാണ്. ഈ ആംഗിളുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്ത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. യെസ്, അങ്ങനെ ഇവിടെയാണെങ്കിൽ എന്തിനായിരിക്കും? സർക്കുലാർ പാത്തിലാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ടാവുക. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് എഴുതി വെക്കുക കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ എഴുതി വെക്കുക, പഠിക്കുക. യെസ്, അടുത്ത കാര്യമുണ്ട്. ഫോർ എനി അതർ ആംഗിൾ, ഏത് വേറെ ആംഗിൾ ആണെങ്കിലും എന്താ സംഭവിക്കുക? ദ പാർട്ടിക്കിൾ മൂവ് ഇൻ എ ഹെലിക്കൽ പാത്തിലാണ് മൂവ് ചെയ്യുക. കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. പെർപെൻഡിക്കുലർ ആണെങ്കിൽ അങ്ങനെ സർക്കുലാർ മൂവ് ചെയ്യും. പാരലായിട്ട് വരികയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യും. സോ വേറെ ഏത് ആംഗിൾ വന്നാലും സർക്കുലാർ മോഷനും ഉണ്ടാവും, മുന്നോട്ടുള്ള ആക്ഷൻ ഉണ്ടാവും. സോ ഹെലിക്കൽ പാത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ, യെസ്, ഈ കാര്യം ഓർത്ത് വെക്കണം, ക്ലിയർ ആക്കി മനസ്സിലാക്കണം. ഓക്കെ, സോ 2 ചെറിയ കാര്യങ്ങൾ കൂടി പറയണം നമ്മൾ. ആ സർക്കുലാർ പാത്തിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ റേഡിയസ് ഓഫ് സർക്കുലാർ പാത്ത് എന്താ ഒരു സുഖമായിട്ട് ഒരു മിനിറ്റ് ഇവിടെ ഒരു സുഖം കിട്ടണില്ല. ഒന്നുമില്ല, ചാർജർ അവിടെ വലിഞ്ഞിട്ട് എഴുത്തൊരു സുഖം കിട്ടുന്നില്ല. സോ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോളൂ. റേഡിയസ് ഓഫ് സർക്കുലാർ പാത്ത്. ഡെറിവേഷൻ പറയാം, പക്ഷേ ഡെറിവേഷനൊന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് പറയാം. സർക്കുലാർ പാത്ത് ആണെങ്കിൽ മക്കളെ എന്താ വരിക? അത് mv²/r ആണ് റേഡിയസ്. ഈ ഫോഴ്സ് കൊടുക്കുന്നത് ആരാ? QVB ആണ് കൊടുക്കുന്നത് അല്ലേ. ഇതാ വെട്ടിക്കോ, ഒരു VM വെട്ടിക്കോളൂ. നമുക്ക് വേണ്ടത് ആറിനാണ് ഇക്വേഷൻ. R is equal to mv/QB. ഫസ്റ്റ് ഇക്വേഷൻ. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അവിടെ പറഞ്ഞ എന്താ? സെൻട്രിപിറ്റൽ ഫോഴ്സ് സർക്കുലാർ പാത്തിലാണത് കൊടുക്കുന്നത് ആരാ? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. കാര്യം മനസ്സിലായി.
അല്ലേ? അടുത്ത നമുക്ക് ഇക്വേഷൻ വേണ്ടത് വെലോസിറ്റിക്കാണ്. വെലോസിറ്റി ദാ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ മതി. വെലോസിറ്റി V is equal to QBR divided by M. ആ ഇക്വേഷൻ നമുക്ക് കിട്ടി. വെലോസിറ്റി V is equal to QBR divided by M. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് എല്ലാം പെട്ടെന്ന് പറഞ്ഞു പോകാം. നമുക്ക് ആംഗുലാർ ഫ്രീക്വൻസിക്കാണ്. ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ. ഒമേഗ ഈക്വൽ ടു എന്തായിരുന്നു മക്കളെ ഇക്വേഷൻ? V/R എന്ന് ഇക്വേഷൻ ഉണ്ട്. സോ V/R ചെയ്യുമ്പോൾ എന്ത് വരുടാ? QB ഡിവൈഡഡ് ബൈ M എന്ന് വരും. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. നോക്കിക്കേ ഇതാ QBR ഡിവൈഡ് ബൈ M ആണ് V. സോ വെലോസിറ്റി ചെയ്യുന്ന സമയത്ത് QB ഡിവൈഡഡ് ബൈ M വരും. ആംഗുലാർ ഫ്രീക്വൻസി. ഓരോ ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. യെസ്, അടുത്ത കാര്യം ആംഗുലാർ ഫ്രീക്വൻസി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റുക? ലീനിയർ ഫ്രീക്വൻസി പറയാം. ലീനിയർ ഫ്രീക്വൻസി ന്യൂ is equal to എന്തായിരുന്നുടാ? 2π ഒമേഗ ഡിവൈഡ് ബൈ 2 അല്ലേ? ഒമേഗ is equal to 2π ന്യൂ. അപ്പോൾ ഒമേഗ ഡിവൈഡ് ബൈ 2π അല്ലേ? ഒമേഗ is equal to 2π ന്യൂ. യെസ് ഒമേഗ is equal to 2π ന്യൂ. അപ്പോൾ എന്താ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്? QB ഡിവൈഡഡ് ബൈ 2πm ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ലീനിയർ ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷനായി. ലാസ്റ്റ് ഒരു ഇക്വേഷൻ കൂടി ഓർത്ത് വയ്ക്കുക. അതതിൻ്റെ ടൈം പീരിയഡിനാണ്. ടൈം പീരിയഡ് അതതിൻ്റെ എന്താ? ടൈം പീരിയഡ് T is equal to 1/1 ന്യൂ എന്നാണ്. അപ്പോൾ 2πm ഡിവൈഡഡ് ബൈ QB. അപ്പോൾ 3 ഇക്വേഷൻസ് ആണ് ഈ സെക്ഷൻ ഓർത്ത് വെക്കേണ്ടത്. പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ള ഇക്വേഷൻസ് ആണ്. സോ ഒന്നുമില്ല, നമ്മൾ ഒന്നായിട്ട് പഠിച്ച് വെക്കേണ്ട, ഈസി ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ഇതാ എന്ത് ചെയ്തു മാത്രം അർത്ഥം മതി. റേഡിയസ് കിട്ടാൻ സെൻട്രിപിറ്റൽ ഫോഴ്സും അവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യുക. വെലോസിറ്റി ചെയ്യുന്നതിനെ കിട്ടും. ആംഗുലാർ ഫ്രീക്വൻസി ഇക്വേഷൻ നമുക്കറിയാം. ബാക്കി അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേടാ? 2πm ഡിവൈഡഡ് ബൈ QB. സോ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് കേസ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി ഒരു ചെറിയ കഷ്ണം കൂടി അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താ? ഫോഴ്സ് ഓൺ എ ചാർജ് അല്ലേ? ഫോഴ്സ് ഓൺ എ ചാർജ് പാർട്ടിക്കിൾ. ഇത് നമുക്ക് പറയാനുള്ളത് ഇതാണത്. ഫോഴ്സ് ഓൺ എ ചാർജ് ആണ് പറഞ്ഞത്. ചാർജ് അതാണ് നമ്മുടെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് തന്നിരുന്നത്. നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ള കാര്യം ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. നോക്കിക്കോളൂ. ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇത് പറയണം നമുക്ക്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വേഷനാണ്. F is equal to BIL sin theta എന്നാണ് ഇക്വേഷൻ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. BIL sin theta എന്നാണ് ഇക്വേഷൻ. ഒരു മിനിറ്റ് AC ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. യെസ്, BIL sin theta എന്നാണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ്റെ ഡെറിവേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. അതിനുവേണ്ടി നമുക്കുള്ളത് എന്താടാ? ഇതാണ് നമുക്കുള്ളത്. എന്തായിരുന്നത്? ഒരു കണ്ടക്ടർ. അതിൻ്റെ ലെങ്ത്ത് L ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്. അതിലൂടെ പോകുന്ന കറണ്ട് I ആണ്. ഓക്കെ, കറണ്ട് I ആണ്. ആവട്ടെ, കറണ്ട് I നമുക്ക് പിന്നെ എത്തിക്കാം. അതിൻ്റെ നമ്പർ ഓഫ് ചാർജ് ക്യാരിയേഴ്സ്, നമ്പർ ഡെൻസിറ്റി ഓഫ് ചാർജ് ക്യാരിയേഴ്സ് എന്നെന്താ? നമ്പർ ഓഫ് ചാർജ് പെർ യൂണിറ്റ് വോളിയം, നമ്പർ ഡെൻസിറ്റി എന്നൊക്കെ വിളിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറയണം അല്ലേ? യെസ്, ആ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. സോറി, താങ്ക് യു. സോ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ 2 മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ക്രോസ് പ്രൊഡക്റ്റ് ആണ്. സോ നമുക്ക് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇവിടെ എല്ലാ കേസിലും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ചാർജിൻ്റെ കേസിലായാലും കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ കേസിലായി കഴിഞ്ഞാലും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ആണ്. സോ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ. കൃത്യമായിട്ട് ഓർക്കുക, ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. സോ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആയാലും ചാർജ് ആയാലും നമ്മൾ ഏത് ഫോഴ്സ് ഉപയോഗിച്ചാൽ മതി? ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാൽ മതി. ഫോഴ്സ് ചാർജ് മാഗ്നറ്റിക് ഫീൽഡ്, ഫോഴ്സ് FMC, ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. V × B ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. യെസ്,
സോ ബാക്ക് ടു ദിസ്, കൃത്യമായി നോക്കിക്കോളൂ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. ഇത്രയാണ് നമുക്ക് കണ്ടീഷൻസ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം, അറിയണം. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്, അതിൻ്റെ ലെങ്ത് L ആണ്, ഏരിയ ക്രോസ് സെക്ഷൻ A ആണ്, അതിലെ നമ്പർ ഡെൻസിറ്റി ഓഫ് ചാർജ് ക്യാരിയേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് അത് N ആണ്. ഓക്കെ, കൃത്യമായി ശ്രദ്ധിക്കണം, കൃത്യമായി ശ്രദ്ധിക്കണം. സോ നമ്മൾ പറയുന്ന കാര്യം നോക്കണം മക്കളെ, ശ്രദ്ധിക്കണം മക്കളെ. സോ നമുക്കറിയാം F ഈക്വൽ ടു we have F is equal to QVB sin theta, QVB sin theta അല്ലേ. ഇവിടെ Q എന്താ വരിക? Q is the total number of charge. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ, ചാർജ് ക്യാരിയേഴ്സ് ആരാ? ഇലക്ട്രോൺ ആണ്, ഇൻറ്റു നമ്പർ ഓഫ് ചാർജ് ക്യാരിയേഴ്സ് ആണ്, ചാർജ് ക്യാരിയേഴ്സ് ആണ്. ശരിയല്ലേടാ? സോ ദാറ്റ് ഈസ് ഇ ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് ക്യാരിയേഴ്സ് കിട്ടണമെങ്കിൽ N ഇൻറ്റു നമ്പർ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് ചെയ്യേണ്ടത്. ഈ നമ്പർ സിറ്റി ഇൻറ്റു വോളിയം. സോ ദാറ്റ് ഈസ് ഇ ഇൻറ്റു N ഇൻറ്റു വോളിയം കിട്ടണമെങ്കിൽ എന്ത് താന്തി? ഇതിൻ്റെ ലെങ്ത്ത് L ആണ്, ഏരിയ ക്രോസ് സെക്ഷൻ A ആണ്. സോ AL ചെയ്താൽ മതി. അപ്പോൾ ക്യൂവിന് വാല്യൂ കിട്ടി ENAL എന്നാണ്. അതുപോലെ തന്നെ അടുത്ത കൺസിഡറേഷൻ V ഉണ്ട്. V is equal to VD. ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റിംഗ്. VD എന്താ? ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യൂവിന് പകരം NEAL എന്ന് എഴുതും. പിന്നെന്താടാ? വിക്ക് പകരം VD എന്ന് എഴുതും, B സൈൻ തീറ്റ എന്ന് എഴുതും. ഓക്കെ, B സൈൻ തീറ്റ എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതുന്നു NEAVD LB സൈൻ തീറ്റ. കാര്യം മനസ്സിലായോടാ? NEAVD എന്താ? അത് I ആണ്, ILB സൈൻ തീറ്റ. ദാറ്റ് ഈസ് BIL സൈൻ തീറ്റ അല്ലെങ്കിൽ I ഇൻറ്റു L ക്രോസ് B. ഇതാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ BIL സൈൻ തീറ്റ. ഓർത്ത് വയ്ക്കണം. സിമ്പിളായിട്ടുള്ള ഡെറിവേഷനാണ്, കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. സർ നൈറ്റ് ക്ലാസ് ഉണ്ടാകുമോ? എടാ മക്കളെ, ഈ ചാപ്റ്റർ എല്ലാം തീർന്നുള്ളൂ, നൈറ്റ് ആവും. പിന്നെ നൈറ്റ് ക്ലാസ്സിന് വേറെ ആവശ്യമില്ല. നമ്മളെല്ലാ ചാപ്റ്ററിലെയും കോൺസെപ്റ്റുകൾ പറഞ്ഞ് പ്രോബ്ലംസ് പറഞ്ഞ് റിവിഷനായിട്ട് പോവുകയാണ്. ഓക്കെ, ഈ ചാപ്റ്റർ നമ്മൾ മുന്നേ എടുക്കാത്തതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡെറിവേഷൻസ് പറയുന്നത്. എടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലാസ്റ്റ് 5 days എടുക്കാത്തതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. ബാക്കി ചാപ്റ്റേഴ്സ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം, നോ ഇഷ്യൂ. സോ എല്ലാ ഡെറിവേഷൻസും പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്യല്ല, എഴുതി ഒറ്റ പ്രാവശ്യം പഠിക്കുക. സെറ്റല്ലേ? നമ്മൾ എല്ലാ ഡെറിവേഷനും പറയുന്നുണ്ട് മക്കളെ, ഓർത്ത് വെക്കണം. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. BIL സൈൻ തീറ്റ, F is equal to BIL സൈൻ തീറ്റ. ഇക്വേഷൻ ഞാൻ ഇവിടെ ഓൾറെഡി തുടങ്ങിയപ്പോഴേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഇക്വേഷനെങ്കിലും അറിഞ്ഞിട്ട് വേണം പോകാൻ. ബൂസ്റ്റർ ഒന്നുമില്ല. യെസ്, സോ ഇത്രയാണ് നമുക്ക് ആ ഫസ്റ്റ് സെക്ഷനിൽ പറയാനുള്ളത്. സെറ്റാണെന്ന് വിചാരിക്കുന്നു. വി ആർ മൂവിങ് ഫോർവേഡ്. റെഡി അല്ലേടാ? സോ നമ്മൾ പോകുന്നു ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക്. ഇത്രയും കാര്യം അറിയുന്ന മക്കളെ 2014 ചോദിക്കട്ടെ, നമ്മൾ ആഗ്രഹം അങ്ങനെയല്ലേ. സോ 2014 CBSE എക്സാം ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ എക്സ്പ്രഷൻ ഇൻ വെക്ടർ ഫോം ഫോർ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ഡ്യൂ ടു ചാർജ് മൂവിംഗ് വിത്ത് വെലോസിറ്റി V ആൻഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് B. സോ വെക്ടർ ഫോമിലാണ് ചോദിച്ചത്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഡ്യൂ ടു ആരാ ചോദിച്ചത്? ചാർജ് വെലോസിറ്റി. ഇത് നമ്മൾ ഇക്വേഷൻ എന്താടാ? QVB സൈൻ തീറ്റയാണ്. ബട്ട് ഇൻ വെക്ടർ ഫോം F മാഗ്നറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. സോ ദിസ് ഈസ് ദ വെക്ടർ ഫോം. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ഇറ്റ്. ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ട്. യെസ്. സോ രണ്ടാമത് ക്വസ്റ്റ്യൻ നോക്കടാ. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്? ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് വിൽ ബി പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദാറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് കേൾ റൂൾ വെച്ച് കണ്ടുപിടിക്കാം. V ക്രോസ് B ആണ്. V എന്ന് Bയിലേക്ക് കേൾ ചെയ്യുക. അപ്പോൾ തമ്പ് വിൽ ഗിവ് ദ ഡയറക്ഷൻ ഓഫ് വാട്ട് ഫോഴ്സ്. ഏത് റൂളായാലും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഫ്ലെമിങ്ങിൻ്റെ ഏത് റൂൾ വെച്ച് വരാം? ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. പക്ഷേ ഏത് നമുക്ക് എഴുതാം, സ്പെസിഫിക് ആയിട്ട് എങ്ങനെയുള്ള കാര്യം എഴുതി വെക്കണം. ക്ലിയർ അല്ലേടാ? സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് നമ്മൾ. Define 1 Tesla
using the expression for magnetic force acting on a particle of charge Q moving with the velocity V in a magnetic field B. So ഈ ചാപ്റ്ററിൽ രണ്ട് കാര്യങ്ങളെയാണ്, രണ്ട് ക്വാണ്ടിറ്റീസിനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുണ്ടാവുക. ഒന്ന് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡിനെയാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ആണ് ടെസ്ല, ടി എന്ന് വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. രണ്ടാമത്തെ ആംപിയറിനെ ഡിഫൈൻ ചെയ്യാനാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും. നമുക്കറിയാം F is equal to QVB, മാക്സിമം ഫോഴ്സ് അല്ലേ. F is equal to QVB. നമുക്ക് B is equal to F divided by QV എന്ന് എഴുതാം അല്ലേ. അപ്പോൾ T equal to 1 ടെസ്ല ആകുന്ന എപ്പോഴാടാ? F equal to 1 ആകണം, Q is equal to 1 കൂളം ആകണം, ആൻഡ് V is equal to 1 meter per second ആകണം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 1 ടെസ്ല is the magnetic field present there when 1 coulomb of charge moving with a velocity of 1 meter per second experience a force of 1 Newton. ഈ കാര്യം മാത്രം വെച്ച് പറഞ്ഞാൽ മതി, ഈ കാര്യം മാത്രം വെച്ച് പറഞ്ഞാൽ മതി. സോ ഈ കാര്യം എന്താ പറയുക, കൊടുത്തു കഴിഞ്ഞാൽ B is equal to 1 കിട്ടും. 1 ടെസ്ല is the magnetic field when a charge experience a force of 1 Newton when a charge of 1 coulomb experience a force of 1 Newton when it is moving with the velocity 1 meter per second. ഇത്രയാണ് കാര്യം. കൃത്യമായിട്ട് ഇക്വേഷൻ വെച്ച് എഴുതാൻ കഴിയും. ഈ ചാപ്റ്റർ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്, മാർക്ക് എല്ലാവരും കിട്ടണം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് വെക്റ്റർ എഫ് ആക്ടിംഗ് ഓൺ എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ചാർജ് ക്യൂ മുക്ത വെലോസിറ്റി വി ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അണ്ടർ വാട്ട് കണ്ടീഷൻ വിൽ ഇറ്റ് മൂവ് എ സർക്കുലാർ പാത്ത്, ഹെലിക്കൽ പാത്ത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. സർക്കുലാർ പാത്തിലാവുമ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ഹെലിക്കൽ പാത്ത് ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു എനി അതർ ആംഗിൾ, അല്ലെങ്കിൽ തീറ്റ നോട്ട് ഇസ് ഈക്വൽ ടു 90, 180, അങ്ങനെ ഒരു ലെവൽ, ഒരു ഓർഡറിൽ എഴുതി പോകും. ഫോർ ഓൾ ആംഗിൾ നോട്ട് ഈക്വൽ ടു തീറ്റ നോട്ട് ഈക്വൽ ടു 0, 180, 90, 270. ഇതല്ലാത്ത ആംഗിളിനൊക്കെ എന്തുണ്ടാവുക? അത് ഹെലിക്കൽ പാത്തിലാണ് മൂവ് ചെയ്യുക. ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കണം. മനോഹരമായ ക്വസ്റ്റ്യൻ അടുത്തത്. ഷോ ദാറ്റ് കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾ മൂവിംഗ് എ മാഗ്നറ്റിക് ഫീൽഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മളതിൻ്റെ ബി പാർട്ടിൻ്റെ ആൻസർ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് കൈനറ്റിക് എനർജി ഓഫ് ദി പാർട്ടിക്കിൾ റിമെയിൻ കോൺസ്റ്റന്റ് എന്നാണ്. സോ കൈനറ്റിക് എനർജി ഈസ് കോൺസ്റ്റന്റ്. Constant means change in kinetic energy equal to 0 അല്ലേ. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം എന്താടാ? വർക്ക് ഡൺ ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. വർക്ക് ഡൺ ഈസ് 0. അപ്പോൾ വർക്ക് ഡൺ 0 എന്ന് കണ്ടുപിടിച്ചാൽ കൈനറ്റിക് എനർജി 0 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 0 എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. സോ നമുക്കറിയാം വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. ഫോർ മാക്സിമം ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു QVB. വീണ്ടും എഫ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. QVB ആണെന്നറിയാം. QVB.S. നോക്കിയേ മക്കളെ, ഇവിടെ നോക്കിക്കേ. ഹിയർ ഡയറക്ഷൻ ഓഫ് എഫ് ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി അല്ലേ. പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി. കാരണം എന്താ? ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് വിൽ ബി പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി. കാരണം എന്താ? കാരണം അവിടെ നമ്മൾ ചെയ്തത് ക്രോസ് പ്രൊഡക്റ്റ് ആണ് അല്ലേ. QVB സൈൻ തീറ്റയാണ്. അല്ലെങ്കിൽ അങ്ങനെ എഴുതണോ? അങ്ങനെ തന്നെ എഴുതാം. Q ഇൻറ്റു V ക്രോസ് B ഡോട്ട് S. സോ ഹിയർ ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു V ആൻഡ് V ആൻഡ് S ആർ ഇൻ സെയിം ഡയറക്ഷൻ. കാര്യം മനസ്സിലായോ? വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിലാണ് വരുന്നത്. ആര് വരുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ഒരേ ഡയറക്ഷനാണ്. സോ therefore എഫ് ആൻഡ് എസ് ആർ പെർപെൻഡിക്കുലർ. കാര്യം മനസ്സിലായോ? ഫോഴ്സ് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ പെർപെൻഡിക്കുലർ. സോ വർക്ക് ഇസ് ഈക്വൽ ടു FS cos theta, that is FS
Fs cos 90, that is equal to 0. So work done is 0, therefore no change in kinetic energy. So question എന്താ ചോദിച്ചത്? കൈനറ്റിക് എനർജീൻ്റെ കേസിലാണ് ചോദിച്ചത്. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? വർക്ക് 0 ആണ്. വർക്ക് 0 ആയിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി 0 ആണ്. സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേ? സോ ആ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെക്കണം. നമ്മൾ പഠിച്ച ആ ഒരു ഇക്വേഷൻ വെച്ച് ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിങ്ങൾ സെറ്റ് ആക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണെങ്കിൽ ആ കാര്യം പെട്ടെന്ന് പറയണേ. ക്ലിയർ അല്ലേ മക്കളെ? സാർ ഇത് മാത്രം എത്ര അവർ കാണും? 1 മണിക്കൂറോളം നമ്മൾ ഈ ചാപ്റ്റർ തീർക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പോകാനാണോ അതോ പോയിട്ട് വരാനാണോ? യെസ്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. A circular loop of radius r carries current I. Obtain the expression for magnetic field at a point on the axis at a distance x from the center. CBSE 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ യൂസിങ് Biot-Savart's law. ഇതല്ലെങ്കിൽ ഇതാ നോക്കണം മക്കളെ. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം കൃത്യമായി ശ്രദ്ധിക്കണം. ഇവിടെ നമ്മളോട് പറഞ്ഞത് ഒരു സർക്കുലാർ ലൂപ്പ് ഉണ്ട്, അതിൻ്റെ റേഡിയസ് r ആണ്. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ആക്സിസ് ഓഫ് ദാറ്റ്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചത് ഏതാടാ? നമ്മളോട് ഇവിടെ ചോദിച്ചത് Biot-Savart law ആണ്. അങ്ങനെ Biot-Savart's law എന്താണ് നല്ല ചോദ്യം. നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞ കാര്യം അപ്ലിക്കേഷൻ ഓഫ് Biot-Savart's law ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച ഒരു ഡെറിവേഷൻ ആണ്. സോ നമ്മൾ 2 കാര്യങ്ങളും ഏറ്റവും കുറഞ്ഞ സ്റ്റെപ്പിൽ പഠിക്കാൻ പോവുകയാണ്. റെഡി അല്ലേ? സോ കൃത്യമായി ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക. Biot-Savart's law പറഞ്ഞത് എന്തായിരുന്നു? അവിടെ Biot-Savart's law നമുക്കുള്ളത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. ദാറ്റ് ഈസ് ഓഫ് ഇൻഫൈനൈറ്റ് ലെങ്ത് ആൻഡ് എനി ഷേപ്പ് അല്ലേ? ഈ കറണ്ട് ക്യാരിയിങ് കണ്ടിൽ പോകുന്ന കറണ്ട് I ആണ്. വിൽ കൺസിഡർ എ സ്മോൾ എലമെന്റ് DL there. So magnetic field due to this element at a distance r from the current carrying conductor, അവിടുത്തെ P എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ എന്ത് വിളിക്കും? dB എന്ന് വിളിക്കും. That makes an angle theta degree with the current carrying conductor. So ഒരിക്കൽ കൂടി ടേംസ് എഴുതി ഞാൻ കൃത്യമായിട്ട് പറയാം. സോ നമുക്കറിയേണ്ടത് ഇവിടെ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് dB എന്താണെന്നാണ്. Biot-Savart's law പറയുന്നു dB is proportional to എന്തിൻ്റെ പ്രപ്പോർഷനാണ്? കറണ്ട്. കൃത്യമായി നോക്കടാ. കറണ്ട് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ, ലെങ്ത് ഓഫ് ദി സെഗ്മെന്റ് ആൻഡ് സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ. തീറ്റ എന്താണെന്ന് പറയുന്നത് എഴുതുന്നില്ല. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ലെങ്ത് എലമെന്റ് ആൻഡ് റേഡിയസ് വെക്റ്റർ. ഇവിടേക്ക് വരയ്ക്കുന്ന r തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. സോ ഇതിനെല്ലാം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് Biot-Savart's lawന്റെ സ്റ്റേറ്റ്മെന്റ്. ഒരിക്കൽ കൂടി പറയാം. Biot-Savart's law states that magnetic field at that point dB is directly proportional to current passing through the conductor, length element dl and sine of angle between length element dl and position vector റേഡിയസ് വെക്റ്റർ r. പൊസിഷൻ വെക്റ്റർ ആണ്, റേഡിയസ് വെക്റ്റർ ആണ് സെയിം. ഈ ഡിസ്റ്റൻസ് കേട്ടോ, പൊസിഷൻ മതി, അതാ ബെറ്റർ. പൊസിഷൻ വെക്റ്റർ r and inversely proportional to the square of distance to that point. ഇതാണ് ഡയലോഗ് കൃത്യമായിട്ട് എഴുതി വെക്കേണ്ടത്. സോ നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇക്വേഷൻ ആക്കി എഴുതുന്നു. dB is equal to കോൺസ്റ്റൻറ്റ് കൊണ്ടാൽ μ0 divided by 4π ആണ് കോൺസ്റ്റൻറ്റ്, IDL sin theta divided by r square. ഇതാണ് നമ്മുടെ Biot-Savart's lawന്റെ ഇക്വേഷൻ. കൃത്യമായിട്ട് എല്ലാവർക്കും അറിയേണ്ട ഇക്വേഷനാണ്. പരീക്ഷ ഒരു കാര്യം കൂടി ചോദിക്കാറുണ്ട്, ദാറ്റ് ഈസ് ഇൻ വെക്റ്റർ ഫോം. അപ്പോൾ dB വെക്റ്റർ is equal to μ0 divided by 4π IDL അവിടെ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, I into DL cross R divided by R cube. മക്കളെ ശ്രദ്ധിക്കണം, സൈൻ തീരുവിന് എഴുതേണ്ട ആവശ്യമില്ല. ഒരു R മുകളിലും താഴെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ R ആടിയിൽ R ക്യൂബ് ആവും. അപ്പോൾ DL R സൈൻ തീറ്റയെ DL ക്രോസ് R എന്ന് എഴുതാം. സോ ദിസ് ഈസ് ദ വെക്റ്റർ ഫോം ഓഫ് Biot-Savart's law. ഇതും ഓർത്ത് വെക്കണം, വെക്റ്റർ ഫോം ഓർത്ത് വെക്കണം. ക്ലിയർ അല്ലേടാ? സോ ഇതാണ് Biot-Savart's law. സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതാനാണ്. എന്തിനാണ് തരുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ വയർ, എ കണ്ടക്ടർ, ഡ്യൂ ടു എ കണ്ടക്ടർ ഓഫ് എനി ഷേപ്പ്. അതാണ് Biot-Savart's law തരുന്നത്. ക്ലിയർ അല്ലേടാ? ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എഫ് ആൻഡ് എസ് പെർപെൻഡിക്കുലർ, ആ കാര്യമാണ് കൃത്യമായി ഞാൻ പറഞ്ഞത്. മകനെ സുന്ദര, എഫ് ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി. കാരണം എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി ആണ്, ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. സോ വെലോസിറ്റി പ്രപ്പോർഷണൽ ആയിരിക്കും. വിയും എസും ഒരു ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് കാര്യം. ഒന്ന് പുറകിലേക്ക് നോക്കി വന്നാൽ കൃത്യമായിട്ട് മനസ്സിലാവും.
പഠിച്ചില്ലേ ഈ കാര്യം പഠിച്ചില്ലേ എല്ലാവരും പഠിച്ചില്ലേടാ സോ ഈ കാര്യം പഠിക്കണം. നമ്മൾ പോകുന്നു അതിൻ്റെ അപ്ലിക്കേഷൻ ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്ലിക്കേഷൻ ഓഫ് Biot-Savart's law. Biot-Savart's law. അവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് നമ്മൾ പഠിച്ചിരുന്നത് അതിൻ്റെ അപ്ലിക്കേഷനായിട്ട്? അത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലാർ കറണ്ട് ലൂപ്പ്. ഒരു കറണ്ട് കടന്നു പോകുന്ന സർക്കുലാർ ലൂപ്പ്. ഇതാണ് ആ ലൂപ്പ് അല്ലേ? നമുക്ക് വേണമെങ്കിൽ ലൂപ്പ് ഇത് അങ്ങനെ കൃത്യമായിട്ട് വട്ടത്തിൽ വരയ്ക്കാൻ പറ്റും. പക്ഷേ എന്താ കാര്യം വെച്ചാൽ നമ്മളിതിൻ്റെ സെൻറ്ററിന്ന് പുറത്തേക്കാണ് ഒരു വഴി. അപ്പോൾ സെൻറ്ററിന്ന് മുകളിലേക്കാണ് ഒരു വഴി. അതങ്ങനെ നോക്കി കഴിഞ്ഞാൽ സെൻറ്ററിന്ന് മുകളിലേക്കാണ്. അതിൻ്റെ സെൻറ്റർ ആണെങ്കിൽ ആ സെൻറ്ററിന്ന് പുറത്തേക്കാണ് നമ്മളെ ഇത് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചിത്രം എങ്ങനെ വരച്ചു? ഇങ്ങനെ വരച്ചു. നമ്മളെടുത്ത സർക്കിളിൻ്റെ റേഡിയസ് 6 ആണ്. സെൻറ്ററിന്ന് നമ്മളെടുക്കുന്ന ഡിസ്റ്റൻസ് എക്സ് എന്ന് വിളിക്കാം. എക്സ് എന്ന ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കാണുന്നത്. സോ പോയിൻറ്റ് പി ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദാറ്റ്. ആൻഡ് പോയിൻറ്റ് പി എവിടെയാണ്? അതിൻ്റെ ആക്സിയൽ ലൈനിലാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സർക്കുലാർ കറണ്ട് ലൂപ്പ് അറ്റ് ഇറ്റ്സ് ആക്സിയൽ ലൈൻ. ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. കൃത്യമായി ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ കൃത്യമായി ശ്രദ്ധിക്കണം മക്കളെ അതിന്. സോ ഇതിന് വേണ്ടിയിട്ട് വിൽ കൺസിഡർ എ സ്മോൾ ലെങ്ത് എലമെൻറ്റ് DL. അപ്പോൾ DL എന്ന് പറഞ്ഞ ഒരു ചെറിയ എലമെൻറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കിട്ടണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് അറിയണം. നമുക്കതറിയില്ല, നമ്മളതുകൊണ്ട് തന്നെ R എന്ന് വിളിച്ചു. നമുക്കത് അറിയാത്തതുകൊണ്ട് നമ്മൾ തന്നെ R എന്ന് വിളിച്ചു. സോ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു DL എഴുതാൻ പറ്റും. Biot-Savart's law dB is equal to എങ്ങനെ എഴുതാൻ പറ്റൂടാ? μ0 / 4π I ആണ് ഇതിലൂടെ പോകുന്ന കറണ്ട് I ഇൻറ്റു DL sin θ ഡിവൈഡഡ് ബൈ R². ക്ലിയർ ആണോ മക്കളെ? സോ അടുത്ത സ്റ്റെപ്പിൽ ഓർക്കേണ്ടത് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ് അവിടെ. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ലെങ്ത് എലമെൻറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ വെക്റ്റർ ഫോം എടുത്താൽ കിട്ടും. DL ക്രോസ് R ആണ് വരുന്നത്. കൂടുതൽ ഞാൻ പറഞ്ഞ ചാർജ് കഴിഞ്ഞോ? സോ DL ക്രോസ് R ആണ് വരുന്നത്. യെസ്, ഒരു മിനിറ്റ് പെൻസിൽ ഒന്ന് മാറ്റട്ടെ. ഒരു പെൻസിൽ വേണം എനിക്ക് ചാർജ് കഴിഞ്ഞു. സമയം പോലെ ഒരു വേറെ പെൻസിൽ എടുത്തു. യെസ്, സോ ഈ കാര്യം മറക്കാതെ പഠിക്കണം മക്കളെ. ഇത്രയും ഓക്കെ അല്ലേ? സോ ഇവിടെ ആംഗിൾ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രിയാണ്. സോ ഈ ഫിഗർ നിങ്ങൾ വരച്ചെടുക്കുമെന്ന് വിചാരിക്കുന്നു. ആ സമയം കൊണ്ട് പെൻസിൽ ചാർജ് ആയിട്ട് വരട്ടെ. കിട്ടിയോ? യെസ്. സോ നോക്കിക്കോളൂ. നമ്മൾ അടുത്ത നോക്കണം മക്കളെ. യെസ്, പെൻസിൽ മാറ്റി പെന്നെടുക്ക് സാർ. യെസ്, ഇതാണ് ചാർജ് ചെയ്യാം. ചാർജുള്ള പെൻസിലല്ലേ? യെസ്, 100%. സോ ഇനി പ്രശ്നമില്ല നോക്കാം. സോ അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെയാടാ? dB is equal to μ0 / 4π IDL ഡിവൈഡഡ് ബൈ R² എന്നായി. μ0 / 4π IDL ഡിവൈഡ് ബൈ R² എന്നായി. ഇനി നമ്മൾ കൺസിഡറേഷൻ നോക്കടാ. നമ്മൾ ഇവിടെയും ഒരു എലമെൻ്റ് എടുക്കും. ദിസ് ഈസ് ഓൾസോ DL. ഈ റീജിയൻ നമ്മൾ A എന്ന് വിളിച്ചു. ഇത് B ആണ്. സോ ഇവിടം കൊണ്ടും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ DB. പക്ഷേ ഏത് ഡയറക്ഷനിലായിരിക്കും? പെർപെൻഡിക്കുലർ ടു ദിസ്. സോ ഇതായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ റിസോൾവ് ചെയ്യുന്നു. സോ രണ്ട് കമ്പോണൻസ് ആക്കാം. ഇങ്ങനെയാണ് രണ്ട് കമ്പോണൻസും വരും. കൃത്യമായി നോക്കണം. സോ ഇഫ് ദിസ് ആംഗിൾ ഈസ് തീറ്റ, തീറ്റ നമ്മൾ ഓൾറെഡി എടുത്തല്ലോ. ഇഫ് ദിസ് ഈസ് ഫൈ, ദിസ് ഈസ് ഓൾസോ ഫൈ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാടാ? ഇതാണ് DB cos ഫൈ. ഇതാണ് അഗെയിൻ DB cos ഫൈ. ഇതുകൊണ്ടുള്ള ആംഗിളാണ്. ഇതുകൊണ്ടുള്ള ഈ പിങ്ക് കളറിൽ വരച്ചതിൻ്റെ കമ്പോണൻ്റ് ആണ് ഇത്. ആൻഡ് ദിസ് ഈസ് DB sin phi due to the first one and also DB sin phi due to the second one. സോ ഈ ചിത്രത്തിൽ ഇത്രയും ഭാഗമാണ് നമ്മൾ വരച്ച് വെക്കേണ്ടത്. ഇത്രയും ചിത്രമായിട്ട് നമ്മളവിടെ വരച്ച് വെക്കണം.
ക്ലിയർ ആണോ മക്കളെ? സോ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? dB cos phi component will cancel out. അപ്പോൾ എന്താ അവിടെ ഉണ്ടാവുക? നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് equal to നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് is equal to dB sin phi ആയിട്ടുണ്ട്. ഓക്കെ, നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് നമുക്ക് ചെറിയ ഡി ബി എന്ന് വിളിക്കാം. അപ്പോൾ ഡി ബി ഈസ് ഈക്വൽ ടു ഡി ബി സൈൻ ഫൈ ആണ്. ചെറിയ ഡി ബി ഡാഷ് എന്നൊക്കെ ഇട്ട് വെച്ചു. സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കണം, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് is equal to ഇൻറ്റഗ്രൽ, നമുക്ക് അതിനെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് വിളിക്കാൻ പറ്റും? ബി എന്ന് വിളിക്കാം. ബി is equal to ഇൻറ്റഗ്രൽ ഡി ബി ഡാഷ് എന്ന് ചെയ്യാം. ഇൻറ്റഗ്രൽ ഡി ബി ഡാഷ്. ക്ലിയർ അല്ലേ? ഇൻറ്റഗ്രൽ ഡി ബി ഡാഷ്. അത് നമുക്ക് ആ സൈൻ ഫൈ കൂടി ഇവിടെ എഴുതി വെച്ചിട്ട് പോവാം. സൈൻ ഫൈ എത്രയാണ് വരിക? അടുത്ത പേജിൽ എഴുതിയാൽ മതി. സൈൻ ഫൈ എത്രയാണ് വരിക? സൈൻ ഫൈ is equal to, നോക്കിയാൽ ഈ ട്രയാങ്കിൾ നോക്കിയേ, ഓപ്പോസിറ്റ് സൈഡ് ആറാണ് ഹൈപ്പോട്ടേനിയസ്, ആറും വരും അല്ലേ? സോ ഇത് ആറാണ്, ഓപ്പോസിറ്റ് സൈഡാണ്, ഹൈപ്പോട്ടേനിയസ് സ്മോൾ ലെറ്റർ ആറാണ്. സോ ദാറ്റ് ഈസ് ആർ ഡിവൈഡ് ബൈ ആർ. നമുക്കൊരു കാര്യം കൂടി എഴുതണം, ആറിനൊരു വാല്യൂ എഴുതണം. നമുക്ക് എന്തേ അറിയുള്ളൂ? നമുക്കതിൻ്റെ റേഡിയസ് ആർ ആണെന്നറിയാം, ഈ ഡിസ്റ്റൻസ് എക്സ് ആണെന്നറിയാം. സോ ആറ് യൂസിങ് പൈതഗോറസ് തിയറം, ആർ is equal to root of r square plus x square. ഇത്രയും കാര്യം മതി. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. സബ്സ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്നൊക്കെ നമ്മൾ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻറ്റഗ്രൽ ഡി ബി സൈൻ ഫൈ ആണ് അവിടുത്തെ ആൻസർ അല്ലേ? ഇൻറ്റഗ്രൽ ഡി ബി സൈൻ ഫൈ ആണ്. എന്ത് വേണ്ട, നമുക്കിവിടെ കിട്ടിയാൽ ഒരു ഡി ബി സൈൻ ഫൈയും അടുത്ത ഡി ബി സൈൻ ഫൈയും ഉണ്ടാകും. പക്ഷെ രണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഈ സർക്കിളിനെ മൊത്തത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗവും വരും. അതുകൊണ്ട് ഡി ബി സൈൻ ഫൈ മതി. 2 dB സൈൻ ഫൈ എടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ മക്കളെ? 2 dB സൈൻ ഫൈ എടുക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് കിട്ടാനുള്ളത് ഡി ബിക്ക് നമുക്ക് ആൻസർ ഇക്വേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. μ0 ഡിവൈഡ് ബൈ 4π IDL ഡിവൈഡഡ് ബൈ r സ്ക്വയർ ഇൻറ്റു r ഡിവൈഡഡ് ബൈ r എന്ന് വരും. r ഡിവൈഡ് ബൈ r, സൈൻ ഫൈ r ആണ് അല്ലേ? സോ നമുക്കതിന് ഇൻറ്റഗ്രലിൻ്റെ അകത്താണ്. സോ μ0 ഡിവൈഡ് ബൈ 4π I ഇൻറ്റു r ഡിവൈഡഡ് ബൈ r ക്യൂബ് നമുക്കതിന് എഴുതാം. ആൻഡ് ഇൻറ്റഗ്രൽ ഡി എൽ എന്ന് വരും. സോ ദാറ്റ് ഈസ് μ0 ഡിവൈഡ് ബൈ 4π I ഇൻറ്റു r ഡിവൈഡഡ് ബൈ r ക്യൂബ്. ഇതിൻ്റെ ടോട്ടൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എത്ര വരിക? സർക്കംഫറൻസ് ആണ് വരിക. സോ ദാറ്റ് ഈസ് 2π ക്യാപിറ്റൽ R. ക്ലിയർ അല്ലേടാ? സോ വെട്ടാനുള്ള ആൾക്കാരെ വെട്ടാം. ഈ 2π എന്ന് വെട്ടിക്കഴിഞ്ഞാൽ 2 ഉണ്ടാവും. μ0 IR സ്ക്വയർ ഡിവൈഡ് ബൈ 2r ക്യൂബ് എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ r ക്യൂബ്, μ0 IR സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു r എന്താണ്? r ക്യൂബ് എന്താ വരിക? r സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ റേസ് ടു 3/2 എന്ന് വരും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ്. സോ സ്റ്റെപ്പുകൾ ഓർക്കണം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊന്നും മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ഇതാണെന്നും ഈ കമ്പോണൻ്റെ കേസ് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെറിവേഷനിൽ വേണ്ടത്. ഈ ഇക്വേഷൻ വേണം. പിന്നെ നമ്മൾ ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഫൈനൽ ഇക്വേഷൻ ഉണ്ടായാൽ മതി. 4 സ്റ്റെപ്പിലാണ് നിങ്ങൾ എഴുതണമെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഈ കളർ ചെയ്ത കാര്യങ്ങളാണ്. സെറ്റാണെന്ന് വിചാരിക്കുന്നു. എഴുതി പഠിച്ചില്ലേടാ? ഇതിൽ ഡി എല്ലിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഡി എല്ലിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഇങ്ങനെയായിട്ട് എടുക്കാം. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ഡി എൽ ടാൻജൻഷ്യലായിട്ട് എടുക്കാം. ചെറിയ കമ്പോണൻ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. പറഞ്ഞു കൊടുത്തിരിക്കുന്നു ഡി എൽ ഡയറക്ഷൻ. സോ ഇത്രയുമാണ് മിനിമം വേണ്ടത്. ഈ ഡെറിവേഷനിൽ മിനിമം വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. യെസ്, ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണോ ചോദിക്കേണ്ടത്? ദിസ് ഈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേടാ? നമുക്ക് മുന്നോട്ട് പോയാലോ? ഇതിൽ നമുക്കൊരു എക്സ്റ്റൻഷൻ കൂടി പറയാണ്ട്. അതിതാണ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി
സെൻറ്റർ ഓഫ് ലൂപ്പ്. സെൻറ്റർ ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എവിടെ എത്തി മക്കളെ? ദാ ഈ പോയിന്റ് ഇവിടേക്ക് എത്തി. സോ അറ്റ് ദി സെൻറ്റർ എക്സ് ഇസ് ഈക്വൽ ടു 0. സെൻറ്റർ ഓഫ് ദി ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? എക്സ് അവിടെ 0 ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ലൂപ്പ് എക്സ് 0 ആണ്. സോ ബി ഈക്വൽ ടു ഇക്വേഷൻ എന്താ? μ0I ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഉണ്ട്. 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ റേസ് ടു 3/2 ആണ് ജനറൽ ഇക്വേഷൻ. എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ μ0I ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആർ ക്യൂബ് വരും അല്ലേ? ഈ സ്ക്വയറും പോയി. സോ രണ്ടുപേരെയും സിമ്പിളായിട്ട് വെട്ടിക്കളഞ്ഞാൽ ഇതാണ് പോയി. സോ ബി ഈക്വൽ ടു μ0I ഡിവൈഡഡ് ബൈ 2R. μ0I ഡിവൈഡഡ് ബൈ 2R. ഇത് പഠിക്കേണ്ട ഇക്വേഷനാണ്. വളരെ 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 പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. ഈ രണ്ട് ഇക്വേഷൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെവിടെയാണ്? ആക്സിയൽ ലൈനിലാണ്. ഇതെവിടെയാണ്? അതിൻ്റെ സെൻറ്ററിലാണ്. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ട് മക്കളെ. ഇനി അതിൻ്റെ പ്രോബ്ലം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സമയം വെറുതെ വീണ്ടും പോകും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിർത്തുന്നു. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ക്ലിയർ അല്ലേ? യെസ്. 2 dB വേണ്ടതെന്ന് ചോദിക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്താ കാര്യം? ഇഫ് യു ഇൻ്റഗ്രേറ്റ് ഈ കമ്പോണൻറ്റും ഓൾറെഡി ഇൻ്റഗ്രേഷനിൽ വരും. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കേണ്ട ആവശ്യമില്ല, അതെടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? സോ നമ്മൾ മൊത്തം ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതിനൊക്കെ അങ്ങനെ ചെറുത് കൂട്ടി എടുക്കുക എന്നല്ലേടാ. പിന്നെ ഇതിനെയും കൂട്ടിയതിനെ വെച്ചിട്ട് വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യണ്ടോ? വേണ്ട. ഈ ഒരു ചെറിയ കഷ്ണത്തെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. യെസ്. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ മനസ്സിലാക്കി വെക്കണം. അതായിരുന്നു ആ ഡെറിവേഷൻ. റെഡി അല്ലേ? ആൻഡ് ടു എ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് Biot-Savart ലോ എക്സ്പ്രസ് ഇൻ വെക്റ്റർ ഫോം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എവിടെ ക്വസ്റ്റ്യൻ വിട്ടിട്ടല്ലോ വന്നിരിക്കുന്നത്? ദാ ഇതിൻ്റെയൊക്കെ ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ആൻസറായിട്ട് പറഞ്ഞത്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സ്റ്റേറ്റ് Biot-Savart ലോ എക്സ്പ്രസ് ലോ ഇൻ വെക്റ്റർ ഫോം ടു ഐഡൻറ്റിക്കൽ കോയിൽസ്. യെസ്, ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ചെയ്യാത്ത ക്വസ്റ്റ്യൻ ആണ്. ടു ഐഡൻറ്റിക്കൽ കോയിൽസ് P and Q, each of radius R, carrying current 1 ampere and √3 ampere respectively, are placed concentrically and perpendicular to each other. ഇന്നലെ നമ്മൾ ചെയ്ത കേസുകൾ ശ്രദ്ധിക്കണം മക്കളെ. ഇതിൽ 2 കേസാണ് വരിക. ഒന്നാമത്തെ ലൂപ്പ് ഇങ്ങനെ വെച്ചു, രണ്ടാമത്തെ ലൂപ്പ് ഇങ്ങനെ വെച്ചു. ഇതെങ്ങനെയാണ് പറയാൻ പറ്റുക? രണ്ടും ഒരേ പ്ലെയിനിലാണ്, കോപ്ലനാറായിട്ട് ഒരേ കോൺസെൻട്രിക് ആയിട്ട് വെച്ചു. ഇതിൻ്റെ ഒരു കേസ് നമ്മൾ ഇന്നലെ ചെയ്തതാണ്. ഇന്ന് പറയുന്ന കേസ് നോക്കടാ. ഇന്ന് പറഞ്ഞ കാര്യം എന്താ? 2 ലൂപ്സ് ഉണ്ട്, സർക്കുലർ ലൂപ്സ് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ളത്. ആൻഡ് ക്യാരിയിങ് കറണ്ട് 1 ആംപിയർ ആൻഡ് √3 ആംപിയർ ആണ്. പ്ലേസ്ഡ് കോൺസെൻട്രിക്കലി ആൻഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? ഒരു ലൂപ്പ് ഇങ്ങനെയാണെങ്കിൽ അടുത്ത ലൂപ്പ് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. കാര്യം മനസ്സിലായി? ഏതൊക്കെ പ്ലെയിനിലാണ് പറഞ്ഞിട്ടുണ്ട്? XY പ്ലെയിനിലാണ്. സോ ഒന്ന് ഇങ്ങനെയാണ് XY പ്ലെയിൻ. രണ്ടാമത് എങ്ങനെയാണ്? YZ പ്ലെയിനിലാണ്. സോ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. കാര്യം മനസ്സിലായോടാ? സോ രണ്ടാമത്തെ ലൂപ്പ് ഇങ്ങനെയാണ് വരും. നോക്കിക്കേ, ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയാണ് വരിക? അത് സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് കറണ്ട് ഫ്ലോ എങ്കിൽ അതിൻ്റെ അടുത്ത് നോർത്ത് പോൾ ആയിരിക്കും, ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോൾ ആയിരിക്കും അല്ലേ? ഇതിന് സാറിൻ്റെ പ്രത്യേക നിയമമൊക്കെ അതിന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുണ്ടായിരുന്നു. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോൾ ആണ്, സൗത്ത് പോൾ ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആണ്. സോ അതിനനുസരിച്ച് മുകളിലേക്കാണോ താഴേക്കുള്ള കാര്യം തീരുമാനമാക്കാം. സോ അത് വെച്ചിട്ടാണ് ഒരേ പ്ലെയിനിലാണെങ്കിൽ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ പറഞ്ഞ കാര്യം എങ്ങനെയാടാ? രണ്ടിൻ്റെയും റിസൾട്ടൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷൻ ആണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും. ക്ലിയർ ആണോ കാര്യം അല്ലേ? സോ ഇങ്ങനെയുള്ള പ്ലെയിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇതാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കൺസിഡർ പ്ലെയിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർലി അപ്വേർഡ് ആയിരിക്കും. സോ മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള ഡയങ്കിൾ 90 ഡിഗ്രി വരും. സോ റിസൾട്ടൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു √B1² പ്ലസ് B2² ചെയ്യണം. B1ഉം B2ഉം കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ഓക്കെ, ക്ലിയർ അല്ലേ? B1ഉം B2ഉം ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. അത് വെച്ച് ചെയ്യണം. B1ൻ്റെ ഫോർമുല സെൻറ്ററാണ് ചോദിച്ചിരിക്കുന്നത്. 2 identical circular coil carrying current I1 I2 respectively placed concentrically and perpendicular each other, laying find the magnetic field at the center of the coil. ആണെങ്കിൽ B is equal to μ0I divided by 2R. μ0I divided by 2R. അങ്ങനെ B1 കാണുക, B2 കാണുക, μ0I divided by 2R. റേഡിയസിൽ ആ വ്യത്യാസം വരുത്തുക. ഐഡൻറ്റിക്കലാണ്, അപ്പോൾ റേഡിയസിൽ വ്യത്യാസമൊന്നുമില്ല, കറണ്ടിൽ മാത്രം വ്യത്യാസം വരുള്ളൂ. B1ഉം B2ഉം കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് ചെയ്യാം. ക്ലിയർ അല്ലേടാ? ഞാൻ സമയം കളയുന്നില്ല. നോർത്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്ന കാര്യം ഓർത്ത് വയ്ക്കുക.
ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ ഏറ്റവും സിമ്പിളായി ഡയറക്ഷൻ കാര്യം ഓർത്ത് വെക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണെങ്കിലും അതുപോലെ തന്നെ ചാർജ് ആണെങ്കിലും ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചാൽ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്, കൂടുതൽ നിയമങ്ങളൊന്നും വേണ്ട. സോ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഷേപ്പ് വന്നാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് എന്ത് കറണ്ട് പോകുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ചാർജ് മൂവ് ചെയ്യുന്നത്, കറണ്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? സിംപ്ലി എന്ത് ചെയ്താൽ മതിയടാ? നമുക്ക് പറഞ്ഞു ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വന്നത് മക്കളെ? അത് റിസൾട്ടൻ്റ് വെക്ടറാടാ. വെക്ടർ എയും വെക്ടർ ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടൻ്റ് വെക്ടർ ഈക്വൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ തീറ്റ 9 ഡിഗ്രി ആയതുകൊണ്ട് ഈ ടേം പോയി. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ റിസൾട്ടൻ്റ് വെക്ടർ. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. കംപ്ലീറ്റ് അല്ല, കംപ്ലീറ്റ് ആക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. Draw magnetic field lines to current passing through a long solenoid. Use ampere circuit law. അടുത്ത ചോദിച്ചത് ഏതാ? Ampere circuit law to obtain the exponential magnetic field due to current I in a long solenoid having number of turns per unit length L. N. ഇതാണ് ചോദ്യം. സോ നമ്മൾ ആദ്യം പറയേണ്ട കാര്യം സെറ്റ് അല്ലേ? സോ ആദ്യം നമ്മൾ പറയേണ്ട കാര്യം ആംപിയർ സർക്യൂട്ട് ലോ ആണ്. ആംപിയർ സർക്യൂട്ട് ലോ എന്താ? ആംപിയർ സർക്യൂട്ട് ലോ പറഞ്ഞത് ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ. ഇതാണ് എന്ത്? ആംപിയർ സർക്യൂട്ട് ലോൻ്റെ ഇക്വേഷൻ. ആംപിയർ സർക്യൂട്ട് ലോൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കേണ്ട ഇക്വേഷനാണ്. So this is actually an alternate method to find magnetic field due to a straight current carrying conductor. അങ്ങനെയാണെങ്കിൽ ആംപിയർ സർക്യൂട്ട് ലോൻ്റെ അപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഇതിലൂടെ പോകുന്ന കറണ്ട് ഐ ആണ്. അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദാറ്റ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം അല്ലേ? സോ അതിനായിട്ട് നമ്മൾ എന്ത് വിൽ കൺസിഡർ എ സർക്കുലർ ലൂപ്പ് ഹൂസ് റേഡിയസ് ഈസ് ആർ. അങ്ങനെയാണെങ്കിൽ അവിടെ ഇക്വേഷൻ എങ്ങനെ എഴുതിക്കും? ബി ഇൻറ്റഗ്രൽ ക്ലോസ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ എന്ന് വരും. ബി കോൺസ്റ്റൻ്റ് ആണ്. ബി ഇൻറ്റഗ്രൽ ഡി എൽ സി ഈക്വൽ ടു മ്യൂ സീറോ ഐ വരും. ബി ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ 2π ആറിൻ്റെ സർക്കംഫറൻസ് ആണ് കിട്ടുക. സോ ബി ഇൻറ്റു 2π ആർ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്, ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. മ്യൂ സീറോ ഐ ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ഡിവൈഡഡ് ബൈ 2πr. മക്കളെ, അപ്പോൾ രണ്ട് ഇക്വേഷനായി. ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യാൻ ഞാൻ നിങ്ങളെ ഈ പേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ഡിവൈഡഡ് ബൈ 2r. രണ്ടാമത് ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ഡിവൈഡഡ് ബൈ 2πr. ഇതിൻ്റെ രണ്ടും എവിടെ ഉപയോഗിക്കാം, എന്താണ് വ്യത്യാസമുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഈ ആദ്യം പറഞ്ഞ ഇക്വേഷൻ എവിടെയാടാ? ഒരു സർക്കുലാർ ലൂപ്പ്, അതിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷനാണ് ഇത്. ഇതിലൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? ഐ ആണ്. കാര്യം മനസ്സിലായോ? കറണ്ട് വട്ടത്തിൽ പോവുകയാണ്, സെൻറ്ററിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതെപ്പോഴാണ്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള കണ്ടക്ടറിന് അതിലൂടെ പോകുന്ന കറണ്ട് ഐ ആണ്. അത് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്നു, ദാറ്റ് ഈസ് ആർ. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ബി. കൺഫ്യൂഷനിലല്ലോ. രണ്ട് ഇക്വേഷനും കൂടി ഒറ്റയടിക്ക് പറഞ്ഞിട്ടുണ്ട്. കൺഫ്യൂഷൻ വേണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ്. സോ സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണെങ്കിൽ താഴെ പൈ വരുന്നുണ്ട്. സ്ട്രെയിറ്റ് കണ്ടക്ടർ കുറ്റിയാണ്, കുറ്റിയുടെ മുകളിൽ പൈ വരുന്നുണ്ട്. കുറ്റിയിൽ പൈസുവിനെ കെട്ടിയിട്ടുണ്ട്, പൈ താഴെ വരുന്നുണ്ട്. വെറുതെ എന്തായാലും മ്യൂ സീറോ ഐ ഡിവൈഡ് ബൈ 2πr ഓർത്ത് വെക്കണം കേട്ടോ. ഇത് സ്ട്രെയിറ്റ് കണ്ടക്ടറിലാണ്. ഇവിടെ എന്തില്ല? പൈ ഇല്ല. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ നമ്മൾ ആംപിയർ സർക്യൂട്ട് അല്ലോ എന്ന് ഈ ഒരു ഡെറിവേഷൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മളോട് ചോദിച്ചത് അങ്ങനെയല്ല, സോളിനോയിഡിൻ്റെ ആണ്. സോ ദ അപ്ലിക്കേഷൻ 1 ആണിത്. ആണ്. എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രെയിറ്റ് കണ്ടക്ടർ. നമുക്ക് അപ്ലിക്കേഷൻ 2 പറയേണ്ടതുണ്ട്. അപ്ലിക്കേഷൻ 2 ആണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്ലിക്കേഷൻ 2 അല്ലേ? എന്താണത്? മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് കണ്ടക്ടർ, ലോങ് സോളിനോയിഡ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ? ഇൻസുലേറ്റഡ് വയേഴ്സ് വൗണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഹെലിക്സ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ് ലോങ് സോളിനോയിഡ്.
ക്യാരിങ്. നമുക്കറിയാം കറണ്ട് ക്യാരിങ് സോളിനോയിഡിന് എന്തായിട്ട് ആക്ട് ചെയ്യാൻ കഴിയും? ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ബാർ മാഗ്നറ്റ്. സോ കറണ്ട് ക്യാരിങ് സോളിനുള്ള കാര്യം സെറ്റായി. നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ആംപിയർ സർക്യൂട്ട് ലോ ആണ്. സോ അതായത് നമ്മൾ എന്ത് കൺസിഡർ വിൽ കൺസിഡർ ആംപീരിയൻ ലൂപ്പ്. ആംപീരിയൻ ലൂപ്പ് ഇതാണ് നമ്മൾ ആംപീരിയൻ ലൂപ്പ്. നമ്മൾ ഈ കേസിൽ കൺവീനിയൻസിന് വേണ്ടി എന്ത് ഷേപ്പിലാണ് കൺസിഡർ ചെയ്യുന്നത്? റെക്റ്റാങ്കുലാർ ഷേപ്പിലാണ്. ക്ലോസ്ഡ് ലൂപ്പ് ആയാൽ മതി എന്നേ ഉള്ളൂ. ക്ലോസ്ഡ് ലൂപ്പ് ആയാൽ മതി, എന്ത് ഷേപ്പാണെന്ന് ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ പേര് വിളിക്കുന്നു ABCD. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ? സോ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഓഫ് B ഡോട്ട് DL is equal to μ0I. ഏതാണ്? വി ഹാവ് ആംപിയർ സർക്യൂട്ട് ലോ അനുസരിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. അതിന് ഇൻറ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ A to B ഡോട്ട് DL പ്ലസ് ഇൻറ്റഗ്രൽ B to C B ഡോട്ട് DL പ്ലസ് ഇൻറ്റഗ്രൽ C to D B ഡോട്ട് DL പ്ലസ് ഇൻറ്റഗ്രൽ D to A B ഡോട്ട് DL. സെറ്റാണോ മക്കളെ? സെറ്റാണോ മക്കളെ? സെറ്റാണോ മക്കളെ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ ക്യാൻസലായി പോവും. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ ക്യാൻസലായി പോവും. ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇത് 0 ആണ്, ഈ ടേം 0 ആണ്. ഈ ടേം 0 ആവാൻ കാരണം അവിടെ തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണ്. ഈ ടേം 0 ആയി പോവും, ഈ ടേം 0 ആയി പോകും. അവിടെ B ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണ് അല്ലേ? ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്, ഔട്ട്സൈഡ് ദ ലോങ് സോളിനോട് മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. ആൻഡ് ഈ ടേമും എഗെയിൻ 0 ആയി പോകും. എഗെയിൻ 0 ആയി പോകും. തീറ്റ ഇസ് ഈക്വൽ ടു 90 0 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ അല്ലേ? BDL കോസ് തീറ്റ അല്ലേ? അപ്പോൾ 90 ഡിഗ്രി ഇവിടെ എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അവിടെയും കട്ടായി പോകും. 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് അവിടെ നിന്ന് കിട്ടി ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ B ഡോട്ട് DL is equal to ഇൻറ്റഗ്രൽ എവിടെ നിന്ന് എങ്ങോട്ട് മാത്രം മതി? D to A B ഡോട്ട് DL മാത്രം മതി. സോ ദാറ്റ് ഈസ് B ഇൻറ്റു B കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു DL എന്താടാ? അതിൻ്റെ ലെങ്ത് ആണ് വരിക. സോ BDL എന്ന് വരും, D to A എന്ന് വരും. ദാറ്റ് ഈസ് B ഇൻറ്റു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഇൻ ദാറ്റ് ഈസ് ഈക്വൽ ടു μ0I എന്ന് കിട്ടും അല്ലേ? നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇവിടെ N ടേൺസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് N μ0I. ഓർത്ത് വയ്ക്കണം, N ടേൺസ് ഉണ്ടാവുകൊണ്ട് N μ0I എന്നായിരുന്നു നമ്മൾ ഇക്വേഷൻ ഫോർ N ടേൺസ്. ഓക്കെ, ഫോർ N ടേൺസിന് അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. B is equal to, അപ്പോൾ അതാണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയത്. B ഇൻറ്റു L is equal μ0I എന്ന് കിട്ടി. B is equal N ഇല്ലേടാ അവിടെ N ഉണ്ട്. N. So B is equal to N μ0I divided by L. That is B is equal to μ0 N into μ0I. That is B is equal to μ0 Ni. എന്താടാ N? N എന്താ? N equal to small letter n is equal to capital N divided by length, number of turns per length. സോ ഈ ഡെറിവേഷനാണ് ചോദിച്ചത്. സോ ആംപിയർ സർക്യൂട്ട് ലോൻ്റെ 2 ആപ്ലിക്കേഷൻ നമ്മൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു മക്കളെ. പരീക്ഷയ്ക്ക് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ക്ലിയർ ആണ്. ടൊറോയിഡ് ഡിലീറ്റഡ് ആണ്. 2 ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. സ്ട്രെയിറ്റ് കണ്ടക്ടറും ഈ സോളിനോയിഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. യെസ്, ക്ലിയർ അല്ലേടാ? പഠിക്കണം, ഇപ്പം തന്നെ പഠിച്ചു പോവുക. ഈ 3 ടേമും 0 എന്ന് എഴുതുക. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണെങ്കിൽ ആ കാര്യം പറയണം. കൺഫ്യൂഷൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം അറിയാനാണ് താല്പര്യം. സന്തോഷം. ഓക്കെ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പും പെറുക്കി എഴുതുന്നുണ്ട്. സോ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നുള്ള മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്കി നമുക്ക് സെറ്റാക്കാം. വെലോസിറ്റി സെലക്ടർ ഒന്നും ഇല്ല കേട്ടോ. ഇത് പഠിച്ചു. യെസ് പഠിക്കണം. എല്ലാ പറയുന്ന കാലം അപ്പം തന്നെ എഴുതി പഠിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഓർമ്മ വരാത്തപ്പോൾ മാത്രം ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ എൻ്റെ കൂടെ പേപ്പറും പേനയും എടുത്ത് എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് മക്കളെ. ഇപ്രാവശ്യം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ എന്താ അങ്ങോട്ട് എഴുതി വയ്ക്കുക, പഠിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. വെറുതെ കേട്ട് കളയല്ല. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പഠിക്കൽ കഴിഞ്ഞു മക്കളെ. നമുക്ക് നാളെ ഒരു ദിവസം ഈ കാര്യം ഓർമ്മ കിട്ടിയാൽ മതി. ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മയായും വരും, ഓർമ്മ ഉറപ്പായും വരും. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചോദിക്കേണ്ട, ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് 10
സെക്കൻഡ് സോറി ഒരു 5 മിനിറ്റ് ബാക്കി പോയിട്ട് 2x ഇട്ട് വരാം കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡയറക്ഷൻ എങ്ങനെ കിട്ടിയെന്ന് ഡയറക്ഷൻ കിട്ടിയ കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ആ സെക്ഷനിൽ തന്നെ പറഞ്ഞിരുന്നു. സോ സിമ്പിളായിട്ടായിരിക്കുക, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണെങ്കിൽ നോർത്ത് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്തും ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്തും ആയിരിക്കും. ആ കാര്യം വെച്ചിട്ട് ചെയ്യണം. ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ആംപിയർ സർക്യൂട്ട് ലോൻ്റെ കാര്യം വെച്ചിട്ട് അത് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യമാണ് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഡ്യൂ ടു സ്ട്രേറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് 2 പേര് വെച്ചാൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ 2022 ക്വസ്റ്റ്യനാണ് ഞാൻ എടുത്തത്, അതല്ലാതെയും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കണ്ടത് എടുത്തു മാത്രമേ ഉള്ളൂ. സോ ക്വസ്റ്റ്യൻ നോക്കണം. 2 ലോങ് സ്ട്രേറ്റ് പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിയിങ് I1 and I2 സെപ്പറേറ്റ് ബൈ എ ഡിസ്റ്റൻസ് d. സോ ഫസ്റ്റ് കണ്ടക്ടർ ഇതാണ്, സെക്കൻഡ് കണ്ടക്ടർ ഇതാണ്. ലോങ് സ്ട്രേറ്റ് കണ്ടക്ടേഴ്സ് ആണ്. ആദ്യത്തിൽ പോകുന്ന കറണ്ട് I1 ആണ്, രണ്ടാമത്തിൽ പോകുന്ന കറണ്ട് I2 ആണ്. സെപ്പറേറ്റ് ബൈ എ ഡിസ്റ്റൻസ് d, ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ d. If the currents are flowing the same direction, then how magnetic field produced by one exerts attractive force another? Obtain the expression for force and hence define 1 ampere. So കൃത്യമായി ശ്രദ്ധിക്കുക മക്കളെ, ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, 2 കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സിൻ്റെ കേസ് ഓർത്ത് വെക്കേണ്ടത് മാഗ്നറ്റുമായി കമ്പയർ ചെയ്തിട്ടാണ്. മാഗ്നറ്റിൻ്റെ കേസ് നമുക്കറിയാം, സിമിലർ ഫോഴ്സ് വന്നാൽ റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക. ഓർത്ത് വയ്ക്കുക, മാഗ്നറ്റിൻ്റെ കേസിൽ സിമിലർ ഫോഴ്സ് വന്നാൽ റിപ്പൽ ചെയ്യും, ആൻഡ് രണ്ടാമത്തെ കേസ് മാഗ്നറ്റ് ഓപ്പോസിറ്റ് ഫോഴ്സ് വന്നാൽ അട്രാക്ട് ചെയ്യും. എന്നാൽ ഇവിടെ കറണ്ട് സെയിം ഡയറക്ഷനിലാണെങ്കിൽ അട്രാക്ട് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിപ്പൽ ചെയ്യും. ഓർത്ത് വയ്ക്കുക. ഇവിടെ 2 പാരലൽ കണ്ടക്ടേഴ്സ് വരുന്ന സമയത്ത് കറണ്ട് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അട്രാക്ട് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിപ്പൽ ചെയ്യും. ഡയറക്ഷനും അവിടുത്തെ പോളും തമ്മിൽ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ അത് മാറിപ്പോകണ്ട, നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ. പാരലായിട്ട് വന്നാലും സെയിം ഡയറക്ഷൻ വന്നാലും അട്രാക്ഷൻ, രണ്ടാമത്തെയാണ് അട്രാക്ഷൻ ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അട്രാക്ഷൻ ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിപ്പൽഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ആ കാര്യം നമുക്കറിയാം. ഇതിനുള്ള മാഗ്നറ്റ് ഫീൽഡ് നമുക്ക് വരയ്ക്കാൻ കഴിയും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, അല്ലേ. സോ നമുക്ക് ഏത് റൂൾ അപ്ലൈ ചെയ്യാം? കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റ് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ടു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ ആണ്. കണ്ടോ ഇൻ ടു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ ആണ്. അത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇൻ ടു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ ആണ്. എന്നാൽ ഇവിടെ നോക്കിയാൽ ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ ആണ്. ഇവിടെ നോക്കിയാൽ ഔട്ട് ഓഫ് ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ ആണ്. സോ ഓപ്പോസിറ്റ് പോളുകളാണ് വന്നത്. സോ ദേ വിൽ അട്രാക്ട്. മനസ്സിലായോ? സെയിം ഡയറക്ഷനിൽ അട്രാക്ട് ചെയ്യും. ഇനി അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഒന്ന് താഴേക്ക് വരച്ച് നോക്കിയാൽ മതി, രണ്ടും സെയിം ഡയറക്ഷൻ വരും. അപ്പോൾ റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക. റിപ്പൽ എന്താ സാധനം എന്നോ? എടാ, അട്രാക്ഷനും റിപ്പൽഷനും, അതാണ് കേട്ടോ റിപ്പൽ. അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ, മനസ്സിലായോ? സോ അതാണ് പറഞ്ഞത്. സോ നമുക്ക് സെൻറ്റൻസിൽ എഴുതി വെക്കാം. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദാറ്റ് വിൽ ബി ഇൻ ദാറ്റ് ഡയറക്ഷൻ. കൃത്യമായിട്ട് എഴുതി വെക്കാം. കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ആൻഡ് ഹെൻസ് ഡിഫൈൻ 1 ആംപിയർ. സോ നമ്മുടെ രണ്ടാമത്തെ ഡെഫിനിഷൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? അത് നമ്മുടെ ടെസ്റ്റ് ഡെഫിനിഷനാണ്. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഡെഫിനിഷൻ ചെയ്യുന്നു. സോ അതിനായിട്ട് കൃത്യമായി നോക്കണം മക്കളെ. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഫസ്റ്റ് കണ്ടക്ടർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അറ്റ് എ ഡിസ്റ്റൻസ് d, അറ്റ് d എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റൂടാ? B1 എന്ന് വിളിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഫസ്റ്റ് കണ്ടക്ടർ നമുക്ക് B1 എന്ന് വിളിക്കാം. അപ്പോൾ B1 ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ എങ്ങനെയാണ് വരിക? മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു μ0I ഡിവൈഡ് ബൈ 2πr, അല്ലേ? μ0I ഡിവൈഡ് ബൈ 2πr. അതിൽ I എന്താ? I1 ആണ്, കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി ഫസ്റ്റ് കണ്ടക്ടർ. യെസ്. രണ്ടാമത്തെ കാര്യം നോക്കടാ, നമുക്ക് നോക്കണം. 2 മണി വരെ തരും, 2 മണിക്ക് തരും. രണ്ടാമത്തെ കേസ് എന്താടാ? സെക്കൻഡ് കണ്ടക്ടർ ഈസ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഫസ്റ്റ്. അപ്പോൾ രണ്ടാമത്തെ കണ്ടക്ടർ എവിടെയാ? ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അവിടുത്തെ കേസ് നമുക്കറിയാം ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദാറ്റ് F is equal to force experienced by a conductor placed in a magnetic field. എന്താ equation? BIL sin theta. Here theta is equal to 90 degree, maximum ആണ്. So force is equal to BIL. അവിടെ ഫോഴ്സ് എന്താ? രണ്ടാമത്തെ അനുഭവിച്ച ഫോഴ്സ് ആണ്,
ഡ്യൂ ടു ഫസ്റ്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഒന്നാമത്തത് ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡാണ് ഇരിക്കുന്നത്. കറണ്ട് ഏതിൻ്റെയാണ്? രണ്ടാമത്തതിൻ്റെയാണ് അല്ലേ. ഇതിലൂടെ പോകുന്ന കറണ്ടാണ് അവിടെ ഫോഴ്സ് ഉണ്ടാക്കുന്നത്. സോ നമ്മളോട് ചോദിച്ച് അവിടുത്തെ ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചത്. സോ ഫോഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ബാക്കിയുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. എത്രയാണ് കിട്ടുക? അപ്പോൾ F21 is equal to B1 വരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് μ0I1 ഡിവൈഡഡ് ബൈ 2πr അല്ല 2πd അല്ലേ അവിടെ ഡിസ്റ്റൻസ് 2πd അല്ലേ ഞാൻ എഴുതിയത് ഡി എഴുതണം കേട്ടോ 2πd ക്വസ്റ്റ്യൻ തന്നത് അതുകൊണ്ടാണ്. ആൻഡ് I2 ഇൻറ്റു എൽ ക്ലിയർ ആണോ മക്കളെ? സോ ദിസ് ഈസ് ദ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദം. ഇത് നമ്മൾ പറയേണ്ട കാര്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് സാധാരണയായിട്ട് കണ്ടുപിടിക്കാറ്. സോ ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ F21 ഈക്വൽ ടു ലെങ്ത് ആണ് ഡിവൈഡ് ചെയ്താൽ പോരാ. സോ μ0I1 I2 ഡിവൈഡഡ് ബൈ 2πd. ഇതാണ് അവിടുത്തെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഓർത്ത് വെക്കേണ്ടതാണ്, കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? സോ എന്താ നമ്മൾ ചെയ്യുന്നുള്ള കാര്യമാണ് ഓർത്ത് വെക്കേണ്ടത്, മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ മുന്നോട്ട് പോകാം. ഇവിടെ നമ്മൾ ചോദിച്ചത് ഡിഫൈൻ 1 ആംപിയർ എന്നാണ് ചോദ്യം. ആംപിയറിനെ ഡിഫൈൻ ചെയ്യാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സോ ഫോഴ്സ് ഈക്വൽ ടു μ0I1 I2 ഡിവൈഡഡ് ബൈ 2πd എന്നാണ് നമ്മളെ ഫോർമുല. കൃത്യമായി നോക്കണം മക്കളെ. നമ്മൾ μ0ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. μ0 എന്നാൽ 4π ആണ് അതിൻ്റെ വാല്യൂ. 4π × 10⁻⁻7 ആണ്. I1 I2 ഡിവൈഡഡ് ബൈ 2πd. വെട്ടാളുകളെ വെട്ടാം, ഇതും വെട്ടി. സോ 2i. സോ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി. സ്മോൾ ലെറ്റർ F. സോ സ്മോൾ ലെറ്റർ F is equal to 2 × 10⁻⁻7 I1 I2 ഡിവൈഡഡ് ബൈ d എന്ന ഫോർമുല കിട്ടി. ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. വെൻ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് is equal to 1 Newton per meter. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് 1 Newton per meter. ആൻഡ് I1 equal to I2 equal to 1 and d is equal to ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് 1 അല്ല എടുക്കേണ്ടത്. ഫോഴ്സ് പെർ യൂണിറ്റ് അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. ഇവിടുത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹിയർ I1 equal to I2 equal to 1 ampere. വെൻ അതാണ് നമ്മൾ പറയേണ്ടത്. വെൻ F is equal to 2 × 10⁻⁻7 Newton per meter and d is equal to 1 meter. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇമ്പോർട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. സോ ഈ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടണടാ? ഇവിടെ 2 × 10⁻⁻7 അവിടെ ഉണ്ട്. അപ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് 2 × 10⁻⁻7 കിട്ടണം. അപ്പോൾ ഇത് രണ്ടും എന്താവുള്ളൂ? ഒന്നാവുള്ളൂ. ഇതും ഒന്നാകുള്ളൂ. സോ ഇതിൽ മൂന്നും ഒന്നായാൽ ഫോഴ്സിൻ്റെ വാല്യൂ എത്ര കിട്ടുക? 2 × 10⁻⁻7 ആണ്. സോ അവിടുത്തെ ഫോഴ്സ് ഇതാകുന്ന കറണ്ട് വാല്യൂ ആണ് എന്ത്? 1 ആംപിയർ. കാര്യം മനസ്സിലായോടാ? അങ്ങനെയാണ് ഇവിടെ പറയേണ്ടത്. സോ ഇവിടെ ഈ ഒരു വാല്യൂ ഉണ്ട് 2 × 10⁻⁻7 എന്നുള്ള കാര്യം ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് വരണം. ഫോഴ്സ് 1 ആകുമ്പോഴല്ല ആ കാര്യമാണ് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഫോഴ്സ് 1 ആകുമ്പോഴല്ല ആ കാര്യമാണ് ഓർത്ത് വെക്കേണ്ടത്. സോ വി ആർ മൂവിങ് ടു ദി ലാസ്റ്റ് സെക്ഷൻ. ലാസ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് ടോർക്ക് എക്സ്പീരിയൻസ് ഓൺ എ റെക്റ്റാങ്കുലർ ലൂപ്പ്. ഇതും പറയണം, നമ്മളുടെ ഗാൽവനോമീറ്ററും പറയണം. റെഡിയല്ലേ? യെസ്, റെഡിയാണെന്ന് വിചാരിക്കുന്നു. വി ആർ മൂവിങ് ഫോർവേഡ്. റെഡിയല്ലേ മക്കളെ? സോ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ടോർക്ക് ആക്ടിങ് ഓൺ എ റെക്റ്റാങ്കുലർ കറണ്ട് കോയിലിനെ ഗാൽവനോമീറ്റർ. അപ്പോൾ നമ്മൾ ആദ്യം ടോർക്കിൻ്റെ ഇക്വേഷൻ പറയുകയാണ്. ടോർക്ക് ഓൺ എ റെക്റ്റാങ്കുലർ ലൂപ്പ്. സോ ചിത്രം വരയ്ക്കുകയാണ്. That rectangular loop is placed in a uniform magnetic field. ഇതാണ് ആ പറഞ്ഞ സോ കാൾഡ് റെക്റ്റാങ്കുലർ ലൂപ്പ്. നമ്മളതിനെ ഒരു ആംഗിളിൽ ചെരിച്ച് വെക്കുകയാണ്. ഇതാണ് ആ ലൂപ്പ്. റെക്റ്റാങ്കുലർ കറണ്ട് ലൂപ്പാണ്. സോ നമ്മൾ വയറിൻ്റെ കണക്ഷൻ വെച്ചിട്ട് കറണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ കറണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്യാം. ഇങ്ങനെ പോയി. സോ കറണ്ട് I ആണ്. ഫേസ് നമുക്ക് വിളിക്കാം ABCD എന്ന് വിളിക്കാം. ഓക്കെ, സോ ഈ രണ്ട് ഫേസും നോക്കാം മക്കളെ. ഇവിടുത്തെ ഫോഴ്സും ദേ ആർ ആക്ടിങ് അലോങ് ദ സെയിം ഡയറക്ഷൻ. കൃത്യമായി ശ്രദ്ധിച്ചോളൂ. ഫോഴ്സ് ഓൺ BC ആൻഡ് AD ആർ ആക്ടിങ് അലോങ്
same direction and they are equal. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താടാ? ഫോഴ്സ് ഈക്വൽ ബിൽ സൈൻ തീറ്റ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബിയിലാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ പോകുന്ന കറണ്ട് ഐ ആണ്, തീറ്റ ആംഗിൾ ആണ്. സോ ഇവിടെ ഉണ്ടാവുന്ന രണ്ട് ഫോഴ്സ് എന്തായിരിക്കും? സെയിം ഡയറക്ഷൻ ആയിരിക്കും. ദേ വിൽ ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. ആൻഡ് അടുത്ത കാര്യം നോക്കടാ, ഫോഴ്സ് ഓൺ എ ബി ഈക്വൽ ടു ഫോഴ്സ് ഓൺ ഡി സി. സോ ദേ വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് വാട്ട്? ഒരു ടോർക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നോക്കിയേ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോഴ്സും ഇങ്ങനെ നോക്കുക, ഈ ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക? നെറ്റ് എഫക്റ്റ് ക്യാൻസലായി പോകും. ക്ലിയർ ആണോ? എന്നാൽ ഈ ഫോഴ്സും അങ്ങനെയാണെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യല്ലേ ചെയ്യുക. സോ ദ പാർട്ടിക്കിൾ വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് വാട്ട്? ദ ലൂപ്പ് വിൽ റൊട്ടേറ്റ്. ഇത്രയാണ് എഴുതി വെക്കേണ്ടത്. ഫോഴ്സ് ഓൺ എ ബി സി ഫോഴ്സ് ഓൺ ഡി ടി, ദർ ഫോർ ലൂപ്പ് വിൽ റൊട്ടേറ്റ്. അപ്പോൾ ഫോഴ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ മുഴുവൻ ഈ രണ്ട് സെൻറ്റൻസ് കൊണ്ട് കംപ്ലീറ്റ് ആക്കി. ഇത്ര മതി പരീക്ഷയ്ക്ക്. ഇവിടുത്തെ ഫോഴ്സും ക്യാൻസൽ ആവും, ബിക്കോസ് ദേ ആർ ആക്ടിങ് അലോങ് ദ സെയിം ലൈൻ ആൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, സോ ദേ ക്യാൻസൽ ഈച്ച് അതർ. എന്നാൽ ഇവിടെ ഈ ലൈനും കാര്യം മനസ്സിലായില്ലേ? ഇത് രണ്ടും ഒരേ ലൈനല്ലേ? എന്നാൽ ഇത് ഒരു ലൈനാണോ? ഇത് രണ്ട് ലൈനല്ലേ? ഇവിടെ അങ്ങോട്ടും ഫോഴ്സ്, ഇവിടെ അങ്ങോട്ടും ഫോഴ്സ്. ഓക്കെ, ഈ ഫോഴ്സും രണ്ട് ലൈനിലാണ്. ഇത് രണ്ടും ഒരേ ലൈനിലാണ്. ഓക്കെ, യെസ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം, ടോർക്ക് ഇക്വേഷൻ എഴുതാം. ഇറ്റ് വിൽ റൊട്ടേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ടോർക്ക് എഴുതാം. ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്താടാ? അത് BIL ആണ്. ഹിയർ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ഒന്നും നോക്കണ്ട. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കുന്നത്, അങ്ങനെ ഇരിക്കുന്നത്. സോ ഇതും മാഗ്നറ്റിക് ഫീൽഡിലും ലൈനും ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, BIL എന്ന് എഴുതാം. ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നോക്കടാ. അത് ഏതാണ്? ഒരു ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഒരു ഫോഴ്സ് മുന്നിലേക്കാണ്. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഇതിങ്ങനെ തന്നെ വരച്ച് വെച്ചാൽ മതി. ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതിൻ്റെ ലെങ്ത്ത് എല്ലും ബ്രെഡ്ത്ത് ബിയും. ഇത് തീറ്റ ആംഗിൾ ഒട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇത് ഏതാടാ? ഇത് സ്മോൾ ലെറ്റർ ബി സൈൻ തീറ്റയാണ്. ഓക്കെ. സോ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താടാ? ബി സൈൻ തീറ്റ. ഏറ്റവും സിമ്പിളായിട്ട് ഡെറിവേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കുന്നത്, നമ്മൾ എഴുതുന്നു BI ഇൻറ്റു L ഇൻറ്റു ബി ഇൻറ്റു സൈൻ തീറ്റ. L ഇൻറ്റു ബി എന്താ? ലെങ്ത്തിൽ ഇവിടുത്തെ എന്താ? ഏരിയയാണ്. BIA സൈൻ തീറ്റ. നോക്കിയേ, I ഇൻറ്റു A എന്താ? അത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. ഓക്കെ, I ഈസ് ഈക്വൽ ടു A. സോ ദീസ് ഈക്വൽ ടു BM സൈൻ തീറ്റ, ദാറ്റ് ഈസ് MB സൈൻ തീറ്റ അല്ലെങ്കിൽ M ക്രോസ് B. ടോർക്ക് ഇസ് ഈക്വൽ ടു M ക്രോസ് B. ഇതാണ് അവിടുത്തെ ഇക്വേഷൻ. M ക്രോസ് B ആണ് ഇക്വേഷൻ. സോ ശ്രദ്ധിക്കണം മക്കളെ. ഇവിടെ ഈ ചിത്രം വരച്ചിട്ട് ഈ രണ്ട് ഡയലോഗ് എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാം. ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ കൃത്യമായി കിട്ടും. ഏറ്റവും ലളിതമായി ഈ ഡെറിവേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയാണിത്. യെസ്. സോ ടോർക്കിൻ്റെ ഇക്വേഷൻ ആയിട്ടേ ഉള്ളൂ. നമ്മളോട് പറഞ്ഞത് ഏതാടാ? മാഗ്നറ്റിക് എക്സ്പ്രഷൻ ഫോർ ടോർക്ക് റെക്ടാങ്കുലർ കറന്റ് ലൂപ്പ് ഫോർ എ ഗാൽവനോമീറ്റർ. നമ്മൾ ഗാൽവനോമീറ്ററിൻ്റെ കേസ് പറയുന്നു. സ്റ്റേറ്റ് ദ അണ്ടർലൈയിങ് പ്രിൻസിപ്പിൾ ഓഫ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യനിലാണ് ഗാൽവനോമീറ്ററിനെ കുറിച്ച് പറയുന്നത്. ഗാൽവനോമീറ്ററുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഗാൽവനോമീറ്ററിൽ എന്താ ഉണ്ടാവുക? സോ അവിടെ ഒരു ലൂപ്പ് ഉണ്ടാവും, റെക്റ്റാങ്കുലാർ ലൂപ്സ് ഓഫ് n ടേൺസ് ഉണ്ടാവും. അതിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻ എ മൂവബിൾ പൊസിഷൻ. സോ കറണ്ട് പോകുമ്പോൾ അതിൽ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും, അത് കറങ്ങും. അത്രയേ ഉള്ളൂ. അത് തിരിച്ച് പഴയപടിയാവാൻ ഒരു സ്പ്രിങ് വെച്ചിട്ടുണ്ട്, റീസ്റ്റോറിങ് കപ്പിളുണ്ട്. ഓക്കെ അല്ലേടാ മക്കളെ? അതാണ് നമുക്ക് പറയാനുള്ള കാര്യം. സോ ഗാൽവനോമീറ്ററിൻ്റെ കേസിൽ ആദ്യത്തെ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു NIAB എന്ന് പറയാം. നമ്മൾ IAB നേരത്തെ കിട്ടിയിട്ടുണ്ട് അല്ലേ? IAB കിട്ടിയിട്ടുണ്ട്. NIAB സൈൻ തീറ്റയാണ്. ഹിയർ തീറ്റ ഇസ് ഈക്വൽ 90 ഡിഗ്രി ആവുകൊണ്ട് ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു NIAB ആണ് ഒന്നാമത്തെ ടോർക്ക്. റീസ്റ്റോറിംഗ് ടോർക്ക് ഈ ടോ ഇസ് ഈക്വൽ ടു C തീറ്റ എന്ന് എഴുതാൻ പറ്റും. സോ അറ്റ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ടോർക്ക് മാഗ്നറ്റിക് ടോർക്ക്. സോ ടോർക്ക് മാഗ്നറ്റ് ഇസ് ഈക്വൽ ടു ടോർക്ക് റീസ്റ്റോറിംഗ്. സോ NIAB
ദാറ്റ് ഈസ് ഈക്വൽ ടു സി തീറ്റ എന്ന് കിട്ടും. സോ ഐ നമുക്ക് തീറ്റേൻ്റെ ടേമിൽ എഴുതാം. NIAB is equal to C theta. So theta is equal to NAB divided by C into I. NAB into C into I. So theta is proportional to current. Theta is proportional to current. So ഇതാണ് നമ്മുടെ ഗാൽവനോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അറിയുന്നുണ്ടാവും. സോ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഡിഫ്ലക്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു കറണ്ട്. ആ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ, അതിങ്ങനെ വെച്ച് തെളിയിക്കൂടി വേണം. തീറ്റ ഈസ് പ്രപ്പോർഷണൽ ടു ഐ എന്ന് പറയണം. അതിൻ്റെ അടുത്ത കാര്യം എന്താ? ഡിഫൈൻ ദ ടേം വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി പറഞ്ഞാൽ തീറ്റ ബൈ വി ആണ്, സെൻസിറ്റിവിറ്റി പറഞ്ഞാൽ തീറ്റ ബൈ ഐ ആണ്. സോ രണ്ടിന് നമുക്ക് ഇക്വേഷൻ എഴുതാം. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, ആദ്യം കറണ്ട് സെൻസിറ്റിവിറ്റി എഴുതാം. കറണ്ട് സെൻസിറ്റിവിറ്റി അതെന്താടാ? തീറ്റ ബൈ ഐ ഈസ് ഈക്വൽ ടു NAB ബൈ സി ആണ്. ഓക്കെ, അവിടെ ഓർക്കേണ്ട കാര്യം എങ്ങനെയാണ് കറണ്ട് സെൻസിറ്റിവിറ്റി കൂട്ടുക? നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, ഏരിയ കൂട്ടുക, മാഗ്നെറ്റിക് ഫീൽഡ് കൂട്ടുക, കപ്പിൾ പെർ യൂണിറ്റ് ടെസ്റ്റ് കുറയ്ക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താ? വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയാണ്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയാണ്. സോ തീറ്റ ബൈ വി വരണം. അപ്പോൾ എന്ത് ചെയ്യണം? I ഇൻറ്റു ആർ ആണ് വി. സോ ദാറ്റ് ഈസ് NAB ഡിവൈഡഡ് ബൈ CR വരും. അവിടെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയിട്ട് കാര്യമില്ല മക്കളെ, ഓർത്ത് വെക്കണം. നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ 6 വരും. സോ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ N/R ഇൻറ്റു AB ബൈ സി ആണ് വരിക, തീറ്റ ബൈ വി. സോ ഇൻക്രീസിങ് നമ്പർ ഓഫ് ടേൺസ് മേ നോട്ട് ഇൻക്രീസ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് ചോദിക്കാം. കാരണം N/R വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്, അതുകൊണ്ടാണ്. സോ ഈ രണ്ട് കാര്യങ്ങളും ഓർത്ത് വയ്ക്കണം. ഇത്രയാണ് ഗാൽവനോമീറ്ററിൻ്റെ കേസിൽ. ഇതാ ലാസ്റ്റ് പോർഷൻ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഗാൽവനോമീറ്ററിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഇതൊക്കെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേടാ? വർക്കിംഗ് പ്രിൻസിപ്പിളിൻ്റെ ഡെറിവേഷൻ പഠിക്കണം, ഈ കാര്യം പഠിക്കണം. ആൻഡ് ലാസ്റ്റ് പോർഷൻ കൺവേർഷൻ. Convert ammeter to galvanometer to ammeter. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കിക്കേ മക്കളെ, ഇവിടെ തീറ്റ ഈസ് പ്രപ്പോർഷണൽ ടു ഐ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗാൽവനോമീറ്ററിൽ നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ് മക്കളെ? ഒന്ന് മനസ്സിലാക്കിയേ. അത് നമുക്ക് കിട്ടുന്ന കറണ്ട് തന്നെയാണ്. പക്ഷേ കറണ്ടിൻ്റെ ചെറിയ റേഞ്ച് മാത്രമേ അളക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഗാൽവനോമീറ്ററിനെ അമീറ്റർ ആക്കാൻ നമ്മളൊരു ചെറിയ റെസിസ്റ്റൻസ് കോൾഡ് ഷണ്ട് റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് പാരലൽ ടു ദാറ്റ്. ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ബാക്കിയുണ്ട്. ഗിവ് 2 reasons why, explain why galvanometer cannot use as such to measure the value of current given by that. ഒന്നാമത്തെ കാര്യം എന്താ? അതിൻ്റെ റേഞ്ച് വളരെ കുറവാണ്, അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി കൂടുതലാണ്. സെൻസിറ്റിവിറ്റി ഈസ് ഹൈ ഓർ ലോ റേഞ്ച്, ചെറിയ റേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ആലോചിക്കേണ്ട കാര്യം എന്തായാലും അതിലൂടെ കൂടുതൽ കറണ്ട് പോയാൽ അത് എന്ത് ചെയ്യും? അത് ചൂടുണ്ടാവും. ദാറ്റ് വിൽ ഡാമേജ്, അല്ലേ? ഹൈ കറണ്ട് വിൽ ഡാമേജ് ദി കോയിൽ. ഇതാണ് രണ്ട് പ്രശ്നങ്ങൾ. അപ്പോൾ ഈ രണ്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ഗാൽവനോമീറ്ററിലൂടെ ഇത്രയും കറണ്ട് പോകരുത്. സോ കറണ്ടിന് പോകാൻ നമ്മൾ റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു ലോ റെസിസ്റ്റൻസ് കോൾ ഷണ്ട് റെസിസ്റ്റൻസ് ഉള്ള ചെറിയൊരു പാത്ത് തുറന്നു കൊടുക്കും. സോ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ അമീറ്റർ എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് ലോ റെസിസ്റ്റൻസ് പാരലൽ ടു ഇറ്റ്. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? സോ ഇവിടെ നമ്മൾ ഷണ്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ കൂടി ഓർക്കണം. സപ്പോസ് ഇവിടെ വരുന്ന കറണ്ട് ഐ ആണെങ്കിൽ ഇവിടെ പോകുന്ന കറണ്ട് ഐ ജിയും ഇവിടെ പോകുന്ന കറണ്ട് I മൈനസ് ഐ ജിയും ആയി മാറും. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ക്രിച്ച്ഹോഫിൻ്റെ ജംഗ്ഷൻ റൂളാണ്. സോ നമുക്ക് എഴുതാൻ പറ്റും വോൾട്ടേജ് വിൽ ബി സെയിം. സോ IG ഈക്വൽ ടു I മൈനസ് ഐ ജി ഇൻറ്റു എസ്. അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എസ് ഇസ് ഈക്വൽ ടു IG ഡിവൈഡ് ബൈ I മൈനസ് ഐ ജി. ഇതാണ് അവിടുത്തെ ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വോൾട്ടേജ് വിൽ ബി സെയിം എക്രോസ് ഗാൽവനോമീറ്റർ ആൻഡ് ഷണ്ട് റെസിസ്റ്റൻസ്. കാരണം ഇതെങ്ങനെയാണ്? പാരലൽ കോമ്പിനേഷനാണ്. വോൾട്ടേജ് കിട്ടുന്ന കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്താൽ മതി. G is the resistance of the galvanometer. വിശക്കുന്നല്ലോ
വിശപ്പൊക്കെ ഉണ്ടാവും, ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ. ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കണമെന്നില്ല, കേട്ടിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ, നിങ്ങൾക്ക് അപ്പം ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് എൻ്റെ കൂടെ തന്നെ വരുമെന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം എഴുതിയാൽ നിങ്ങൾ പഠിക്കും മക്കളെ. ഈ കേൾക്കലും എഴുതലും കൂടി കഴിഞ്ഞാൽ ഈ കാര്യം സെറ്റാണ്. വെറുതെ ഇരിക്കരുത് ആരും, എഴുതി തന്നെ പഠിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതാണ്. സോ ഇനിയിപ്പോൾ എഴുതാനൊന്നുമില്ല, ഓൾറെഡി കഴിഞ്ഞു അല്ലേ. അടുത്ത കാര്യം എന്താ, അതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് പാരലൽ കോമ്പിനേഷനാണ്. സോ ടോട്ടൽ റെസിസ്റ്റൻസ് 1/R is equal to 1/G plus 1/S വരും. സോ R is equal to GS divided by R plus S. സോ ഇതൊക്കെ വെച്ചുള്ള പ്രോബ്ലംസ് നമ്മൾ നേരെ ചെയ്തിരുന്നു. ആ പ്രോബ്ലം സെക്ഷൻ കൂടി ഒന്ന് നോക്കണം മക്കളെ. നമ്മൾ ചെയ്ത വൺ വേർഡ് ആണെങ്കിൽ നല്ല അടിപൊളി പ്രോബ്ലംസ് അവിടെ ചെയ്തിട്ടുണ്ട്. സോ there will be the problems. Okay, and last topic convert galvanometer to voltmeter. ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റണം. സോ വോൾട്ടേജ് കണ്ടുണ്ടാവും V is equal to IR ആണ് മക്കളെ. V is equal to IR ആണ്. സോ വോൾട്ടേജ് അളക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും കറണ്ട് അളക്കുക തന്നെയാണ് അല്ലേ, ഇൻറ്റു R ആണ് ചെയ്യുന്നത്. സോ അവിടെയും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഗാൽവനോമീറ്ററില്ലേ അതിൽ കൂടെ കൂടുതൽ കറണ്ട് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹൈ റെസിസ്റ്റൻസ് പാരലാക്കി വെക്കും. സീരീസ് ആയിട്ട് വെക്കും. ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടുത്തെ വോൾട്ടേജ് V ആയിരിക്കും. ഓക്കെ അല്ലേ മക്കളെ. സോ V is equal to IG plus IG എന്ന് പ്രത്യേകം എടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ പോണ കറണ്ടാണ്. അല്ലെങ്കിൽ IG പ്ലസ് IR വരും. സോ R is equal to V minus IG divided by I വരും. ഓക്കെ, അങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുക, അത് കണ്ടുപിടിക്കാൻ പറ്റുക. ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും. ആറ് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു R plus G, കാരണം സീരീസ് കോമ്പിനേഷനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ക്ലിയർ അല്ലേടാ? കറക്റ്റ് അല്ലേ ഇക്വേഷൻ എഴുതിയത്? മൈനസ് യെസ് കറക്റ്റാണ്. സോ ഇത്രയാണ് കൺവെർഷൻ്റെ കേസ് ആലോചിക്കുന്നത്. വെച്ചുള്ള പ്രോബ്ലം ചോദിക്കും. നമ്മളിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തിയറി പാർട്ടിനാണ്. പ്രോബ്ലം നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട്. സോ അതോടുകൂടി നമ്മുടെ സംഭവം അവസാനിച്ചിരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ചെറിയ മാർക്കിന് മാത്രം കാര്യങ്ങൾ ചോദിക്കുന്ന ചെറിയ ചാപ്റ്ററാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ആർ യു റെഡി ഗൈസ്? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡിയല്ലേ? സോ നിങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള ചെറിയ ചാൻസ് ഞാൻ തരാം. ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുന്നിലെത്താനുള്ള ചെറിയ ചാൻസ് ഞാൻ തരാം. ചോറൊക്കെ വിളമ്പിയിട്ട് കൊണ്ടുവരൂ അമ്മേ എന്ന് പറയൂ. കൊണ്ടുവരൂ അമ്മേ, ഞാൻ പഠിക്കുകയാണ്, എനിക്ക് റെസ്റ്റ് ഇല്ല, ചോറുണ്ണാൻ ചോറൊക്കെ കൊണ്ട് കൊണ്ടുവരൂ, ഞാൻ ചോറുണ്ട് ക്ലാസ് കേൾക്കുകയാണ്. അല്ലെങ്കിൽ ചോറും കൊണ്ട് നിങ്ങൾ ഡൈനിങ് ഹാളിലേക്ക് പോയിക്കോളൂ. യെസ്. നീഡ് അഡ്വൈസ്. അഡ്വൈസ് ഇത്രയേ ഉള്ളൂ. വേഗം പഠിച്ചോ അല്ലെങ്കിൽ തോറ്റു. അങ്ങനെയും പറയാം. V is equal to G into R plus G. അങ്ങനെയും പറയാം. സർ തിയറി മാത്രം പഠിച്ചാൽ പാസ്സാവുമോ? മേ ബി, ചിലപ്പോൾ. യെസ്, മുന്നോട്ട് പോകാം മക്കളെ. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഇതാ ഒന്നുമില്ല, ഒരു സ്ലൈഡും ഇല്ല, ഇത്ര മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഈ കാര്യങ്ങളിൽ നിന്ന് അങ്ങനെ പറയും മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ. സോ ഫസ്റ്റ് കാര്യം യെസ് പേടിക്കേണ്ട. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. അതിന് മുന്നത്തെ ചാപ്റ്റർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നന്നായിട്ട് പഠിക്കണം. സോ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മാഗ്നറ്റിസം ആസ് എ പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് മെറ്റീരിയൽ അല്ലേ, ആസ് ഇറ്റ്സ് ഓൺ റൈറ്റ്. ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്വന്തം പ്രോപ്പർട്ടി ആയിട്ട് അതിന് എന്തുണ്ട്? മാഗ്നറ്റിസം ഉണ്ട്. മാഗ്നറ്റിസം ആസ് ഇറ്റ്സ് ഓൺ റൈറ്റ്, അതാണ് നമ്മൾ പഠിക്കുന്നത്. മാഗ്നറ്റിസം ആറ്റ് ഇറ്റ്സ് ഓൺ റൈറ്റ്, അതിൻ്റെ സ്വന്തം പ്രോപ്പർട്ടി ആയിട്ട് മാഗ്നറ്റിസം ഉണ്ട്. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് മക്കളെ. നമ്മൾ അറിയാം മാഗ്നറ്റ് ഉണ്ട്, നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. ഈ കാര്യമൊക്കെ നമുക്കറിയാം. മാഗ്നറ്റിക് മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ള കാര്യം നമുക്കറിയണം. നോർത്ത് പോളും വന്നാൽ റിപ്പൽ ചെയ്യുമെന്നും, നോർത്തും സൗത്തും വന്നാൽ അട്രാക്റ്റ് ചെയ്യുമെന്നും, സൗത്തും വന്നാൽ റിപ്പൽ ചെയ്യുമെന്നും അറിയണം അല്ലേ. അതുപോലെ തന്നെ ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിൽക്കുമെന്നും അതിനെ ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ് ആണ് പറയുമെന്നും പറയും. വോൾട്ടേജ് സെൻസിറ്റീവ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു അരുണേ. അയ്യോ ആ കാര്യം താങ്ക്സ്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ. വൈ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ യൂസ്? ദാറ്റ് ഈസ് ടു മേക്ക് വാട്ട്?
ദാറ്റ് ഈസ് ടു മേക്ക് മാക്സിമം ടോർക്ക് അല്ലേ. നമ്മൾ ഇക്വേഷൻ NAB sin θ അല്ലേ, തീറ്റ 90 ഡിഗ്രി അല്ലേ മാക്സിമം ടോർക്ക് കിട്ടുക. സോ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോർ മാക്സിമം ടോർക്ക്. ഞാൻ എന്താ അവിടെ പറയാൻ മറന്നതാണ്, ഒന്ന് ഓർത്ത് വെക്കണേ. ആൻഡ് ബാക്ക് ടു ദിസ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. റെഡി അല്ലേ? സോ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാവും, അമ്മയ്ക്കോ അച്ഛനോ ആരാ അടുത്തുള്ള വെച്ചാൽ അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തേടാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടി എന്താ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്? ദേ ആർ ഇമാജിനറി ലൈൻസ് അല്ലേ. നിങ്ങൾ എഴുതാത്തോണ്ട് ഞാൻ എഴുതുന്നുണ്ട്. ഇമാജിനറി ലൈൻസ് which represent which represent magnetic field. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള ഇമാജിനറി ലൈൻസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലേ. which represent magnetic field. ഈ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഇനി നമ്മൾ ഡയറക്ഷനാണ് പറയേണ്ടത്. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ഈ ചിത്രം താങ്കളെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നോട്ടെ. ഇത് നോർത്താണ്, ഇത് സൗത്താണ്. സോ ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ദേ വിൽ മൂവ് ഫ്രം നോർത്ത് ടു സൗത്ത്, ഇൻസൈഡ് ദ മാഗ്നറ്റ് സൗത്ത് ടു നോർത്ത് അല്ലേ. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് നോർത്ത് ടു സൗത്ത്, ഇൻസൈഡ് ദ മാഗ്നറ്റ് സൗത്ത് ടു നോർത്ത്. സോ ഡയറക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഡയറക്ഷൻ രണ്ട് കാര്യത്തിൽ പറയണം. ഔട്ട്സൈഡ് എങ്ങനെയാണെന്ന് പറയണം. അത് എവിടെന്നാ? നോർത്ത് ടു സൗത്താണ്. ഇൻസൈഡ് സൗത്ത് ടു നോർത്താണ്. ഈ സൗത്ത് ടു നോർത്ത് ഡയറക്ഷനുള്ള ഒരാളും കൂടി ഉണ്ട്. അതാരാ? അത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. ഓർത്ത് വെക്കണം. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതൊരു വെക്റ്ററാണ്. അതിൻ്റെ ഡയറക്ഷൻ സൗത്ത് ടു നോർത്താണ്. ഇക്വേഷൻ M = ഈ ചാപ്റ്ററിൽ Q/2L ആണ്. QM × 2L ആണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് M = NIA അല്ലെങ്കിൽ സിംപ്ലി IA ആയിരുന്നു. N ടേൺസ് ഉണ്ടെങ്കിൽ NIA അല്ലെങ്കിൽ IA ആയിരുന്നു ഇക്വേഷൻ. ഓർത്ത് വെക്കേണ്ടതാണ്. സോ അത് ഇവിടെ പറയേണ്ടതല്ല, ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത കാര്യം എന്താ? ഡയറക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഇവിടെ അത് ഇങ്ങനെ പോയിട്ട് അവസാനിക്കുന്നില്ല. ദേ ആർ ക്ലോസ്ഡ് ലൂപ്പ്. സോ ദേ ആർ ക്ലോസ്ഡ് ലൂപ്സ്. ഇതാണ് ഈ ഒരു പോയിൻ്റാണ് എന്തിനെ വ്യത്യാസമാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് വ്യത്യസ്തമാക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്സ് ആണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് അല്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് തുടങ്ങി നെഗറ്റീവ് അവസാനിക്കുന്നതായിരുന്നു. ഇവിടെ അവസാനമില്ലാതെ ആർ ക്ലോസ്ഡ് കണ്ടിന്യൂസ് ലൂപ്സ്. ഓർത്ത് വെക്കണം. അടുത്ത പോയിന്റ് അതിൻ്റെ ഡയറക്ഷനാണ്. ഡയറക്ഷൻ tangent to magnetic field lines will give the direction of എന്ത് ഡയറക്ഷനാണ് തരിക? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ടാൻജൻറ്റ് വിൽ ഗീവ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ഇതാ ഇവിടെ ഒരു ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദാറ്റ് ഗീവ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ അല്ലേടാ മക്കളെ? ഓർത്ത് വയ്ക്കുക. ആൻഡ് ഫൈനൽ പോയിന്റ് 2, 4, 5 അഞ്ചാമത്തെ പോയിൻ്റാണ് നമ്പർ ഡെൻസിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് per area give the strength of magnetic field. അതായത് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എവിടെയാണോ കൂടുതലുള്ളത്, എവിടെയാണോ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് കൂടുതലുള്ളത് അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഇവിടെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ യൂണിറ്റ് ഏരിയയിൽ മോർ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിന് ഇവിടെ വരുമ്പോൾ കുറവായിരിക്കും. സോ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ വിൽ ഗീവ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓർത്ത് വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള കാര്യത്ത് മനസ്സിലാക്കേണ്ടത്. പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വൺ വേർഡ് ആയിട്ടൊക്കെ അതിനെ ചോദിക്കുള്ളൂ. യെസ്, magnetic field inside a conductor. yes. അടുത്ത കാര്യം അടുത്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് അനലോഗ്. എന്താ ഇലക്ട്രോസ്റ്റാറ്റിക് അനലോഗിൽ പറഞ്ഞത്? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച ഒരുപാട് ഇക്വേഷൻസ് അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ചെറിയ മാറ്റം വരുത്തണം അല്ലേ? എന്താ മാറ്റം? അവിടെ 1/ε0 കാണുന്നോടത്ത് ഇവിടെ μ0 എന്ന് കൊടുക്കുക വേണ്ടത്. അതാണ് വ്യത്യാസം. പിന്നെ ലെറ്റേഴ്സിന് വ്യത്യാസമുണ്ട്. അവിടെ ഡൈപോൾ മൊമെന്റ് P ആണെങ്കിൽ ഇവിടെ M ആണ്, അവിടെ ഇലക്ട്രിക് ഫീൽഡ് E ആണെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് B ആണ്, തുടങ്ങിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇക്വേഷൻസ് പറയാൻ നിങ്ങൾക്ക് അറിയണം. സോ നമുക്ക് ജസ്റ്റ് രണ്ട് കാര്യങ്ങൾ മാത്രം എഴുതി വയ്ക്കാം.
ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1/4πε0 Q/r² ആയിരുന്നു അല്ലേ? അങ്ങനെ ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? മാഗ്നറ്റിക് ഫീൽഡിന് 1/4πε0 μ0/4π, ക്യൂവിന് പകരം QM ആണ് /r². അത്രയേ ഉള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റുക. ടോർക്ക് അവിടെ എന്തായിരുന്നു? PE sin θ ആയിരുന്നു അല്ലേ? ഇവിടെ എന്തായിരിക്കും? ടോർക്ക് is equal to Pക്ക് പകരം M ആണ്, MB sin θ ആണ്. സോ ഇതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. ഓർത്ത് വെക്കണം. സോ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയണം. എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുമ്പോൾ എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം. ഈ കാര്യം ശ്രദ്ധിക്കണം. ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസ് ലോ എന്താ പറഞ്ഞത്? ക്യൂബ് phi is equal to Q/ε0, E dot ds is equal to Q/ε0 അവിടെ പറഞ്ഞത്. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഓഫ് B dot ds ഈക്വൽ ടു 0 എന്നാണ്. ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഓഫ് B dot ds ഈക്വൽ ടു 0 എന്നാണ്. മാഗ്നറ്റിസത്തിൽ ഗോസസ് ലോ B dot ds ഈക്വൽ ടു 0 എന്നാണ് പറയുന്നത്. കാര്യം ഓർത്ത് വെക്കണം കേട്ടോ, സോ ഇതിൻ്റെ അപ്ലിക്കേഷനായിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. എന്താണ്? മാഗ്നറ്റിക് മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. രണ്ടാമത്തെ കാര്യമാണ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ ക്ലോസ്ഡ് ലൂപ്സ്. ഈ രണ്ട് കാര്യങ്ങളും ഗോസ് ലോ ഇൻ മാഗ്നറ്റിക്സ് ആണ്. എല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ ഇത് ഓർത്ത് വെക്കരുത് മക്കളെ. അവിടെ നേരത്തെ നമ്മൾ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ B.dl അതേതാ? അത് ആംബിയർ സർക്യൂട്ട് ലോ ആണ്. കൃത്യമായി ശ്രദ്ധിക്കണേ. ക്ലോസ് ഇൻറ്റഗ്രൽ B.ds എന്നാൽ ഗോസസ് ലോ ആണ്. ക്ലോസ് ഇൻറ്റഗ്രൽ B.dl ഇത് ലൈൻ ഇൻറ്റഗ്രൽ ആണ്, ഇത് സർഫസ് ഇൻറ്റഗ്രൽ ആണ്. ലൈൻ ആണെങ്കിൽ എന്ത് കിട്ടും? μ0 I എന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ മാറിപ്പോകരുത് കേട്ടോ. നമ്മൾ ഗോസ് ലോയിൽ പറഞ്ഞാൽ എന്താ? E.ds അല്ലെങ്കിൽ ക്ലോസ് ഇൻറ്റഗ്രൽ E.ds സർഫസ് അല്ലേ പറഞ്ഞിരുന്നത്? സോ സർഫസിൻ്റെ ലോ ആണ് ഗോസസ് ലോ. അവിടെ 0 ആണ്, മറ്റോടത്ത് ഇതാണ്. അപ്പോൾ ആംബിയർ സർക്യൂട്ട് ലോ എന്തുപോലെയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസ് ലോ പോലെയാണ്, പക്ഷേ അവിടെ ലൈൻ ഇൻറ്റഗ്രൽ ആയിരുന്നു. ഇവിടെ എന്താ? സർഫസ് ഇൻറ്റഗ്രലാണ്. കാര്യം മനസ്സിലാക്കി. യെസ്, ഓർത്ത് വെച്ചാൽ മതി. ഇതിങ്ങനെ തന്നെ ചോദിക്കൊന്നുമില്ല, പക്ഷേ എന്ത് വേണം വെച്ചാൽ ഐഡിയ വേണം കേട്ടോ. സോ ഈ ചാപ്റ്ററിന് സിമ്പിളായിട്ടുള്ള കാര്യം മാത്രമേ ചോദിക്കുള്ളൂ. QM എന്താ വെച്ചാൽ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആണ് QM. യെസ്. നമുക്ക് ടോർക്കിൻ്റെ ഡെറിവേഷൻ കൂടി ഒന്ന് ചെയ്യാൻ പറ്റും. ടോർക്കിൻ്റെ ഡെറിവേഷൻ നമുക്ക് ചെയ്യാം. സോ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അവിടെയാണ് നമ്മളുടെ മാഗ്നറ്റിക് ഡൈപോൾ ആണ് ഇരിക്കുന്നത്. സോ മാഗ്നറ്റിക് ഡൈപോൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കല്? ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഇതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഇരിക്കുന്നുണ്ട്. ഇത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ് B. ഓക്കെ. സോ അതിൻ്റെ മുകളിൽ ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റുക. ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് എന്താടാ? ഇലക്ട്രോസ്റ്റാറ്റിക് അനലോഗ് മാത്രം വെച്ച് പറയാം. QMB ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഈ ആംഗിള്, സപ്പോസ് ഈ ആംഗിള് തീറ്റയും ഇതിൻ്റെ ലെങ്ത് 2L ആണെങ്കിൽ ദാറ്റ് ഈസ് 2L sin θ. ഇത് 2L sin θ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചു. QM 2LB sin θ. QM 2L എന്ന് പറഞ്ഞാൽ M ആണ്, MB sin θ. സോ ടോർക്ക് ടോ is equal to M cross B. ഇത്രയേ ഉള്ളൂ. യെസ്, സോ ടോർക്കിൻ്റെ ഡെറിവേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയാണ്. ഈ ഒരു ഡെറിവേഷനാണ് ആ ചാപ്റ്ററിൽ ആകെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ആൻഡ് വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് തിങ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. റെഡി അല്ലേടാ? കൂളംസ് ലോ ഇൻ മാഗ്നറ്റിസം ഒന്നും വേണ്ട കേട്ടോ. യെസ്. സോ നമ്മൾ പോകുന്നു ആദ്യത്തെ ഭാഗത്തേക്ക്. നോക്കിക്കോളൂ മക്കളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നോക്കുവാണ്. മാഗ്നറ്റിക് മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നല്ലേ പറഞ്ഞത്? ഞാനും അതിനെ ഇവിടെ എഴുതിക്കുന്നത്. ഇത് ഡസ് നോട്ട് എന്നാണ് എഴുതിക്കുന്നത്. മാഗ്നറ്റിക് മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, പറയട്ടെ. റെഡി അല്ലേ? യെസ്. സോ ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് ടു മാഗ്നറ്റിസം. സോ ചോറ് ഉണ്ടുകൊണ്ടിരിക്കുന്ന, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടേംസ് പറയുകയാണ്. ഇങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. ഈ ടേംസ് അറിയണം. ആദ്യത്തെ ടേം ആണ് എന്താ? അതിൻ്റെ പേരാണ് മാഗ്നറ്റൈസേഷൻ.
ആ പേര് കേട്ടാൽ തന്നെ അറിയില്ലേടാ, മാഗ്നറ്റൈസേഷൻ. എന്താണ്? പ്രോസസ് ഓഫ് ഇൻഡ്യൂസിങ് മാഗ്നറ്റിസം, പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് അപ്പ് മാഗ്നറ്റിസം. മാഗ്നറ്റൈസേഷൻ, വി ആർ മാഗ്നറ്റൈസിങ് എ മെറ്റീരിയൽ. ദ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് അപ്പ് മാഗ്നറ്റിസം ഇൻ എ മെറ്റീരിയൽ ഈസ് കോൾഡ് മാഗ്നറ്റൈസേഷൻ. കൃത്യമായിട്ട് അറിയുന്നതാണ്, വെറുതെ പറയുന്നില്ല. രണ്ടാമത്തെ പേരാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. കൃത്യമായി ശ്രദ്ധിക്കുക. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ലെറ്റർ എം ആണ്. എം ആണ് ലെറ്റർ. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ലെറ്റർ എം ആണ്. എന്താണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ? എത്രത്തോളം മാഗ്നറ്റൈസ് ചെയ്തു എന്നാണ്. അപ്പോൾ അതറിയണമെങ്കിൽ അവിടെ ഉണ്ടായ ഡൈപോൾ മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ചെയ്താൽ മതി. നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ വോളിയം. നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ വോളിയമാണ്. യൂണിറ്റ് വരുന്ന ആംബിയർ പെർ മീറ്റർ ആണ്. യൂണിറ്റ് എന്താണ്? ആംബിയർ പെർ മീറ്റർ ആണ്. ഓർത്ത് വയ്ക്കുക. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഡെഫിനിഷനായിട്ട് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ വോളിയം, ദ റേഷ്യോ ഓഫ് എന്നിട്ട് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേടാ? മൂന്നാമത്തെ ടേമിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൻ്റെ പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. എന്താ പേര്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ആ കാര്യത്തെ നമ്മൾ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ കിട്ടും. കാരണം എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന കാര്യം നമ്മൾ ഒരുപാടായിട്ട് ഉപയോഗിച്ച് വരുന്ന ടേമാണ് അല്ലേ? ടേമാണ്. അതിൻ്റെ യൂണിറ്റും കൂടി പറഞ്ഞാൽ കാര്യം ഒരു പ്രശ്നവുമില്ല. യൂണിറ്റ് ടെസ്ലയാണ്. ടെസ്ല. എന്താടാ നമ്മൾ ഇത്രയും സമയം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ കാര്യത്തെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുക. ദാറ്റ് ഈസ് അതർവൈസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വിളിക്കും. ഓക്കെ. സോ നാലാമത്തെ ടേം നോക്കിക്കോ. ഞാൻ അതിൻ്റെ എളുപ്പത്തിലുള്ള പേര് പറഞ്ഞുതരാം, പിന്നെ കൺഫ്യൂഷൻ ആക്കുന്ന ടേം പറഞ്ഞുതരാം. എളുപ്പത്തിലുള്ള പേര് ഇതാണ്: മാഗ്നറ്റൈസിങ് ഫീൽഡ്. മാഗ്നറ്റൈസ് ചെയ്യുന്ന ഫീൽഡ്, അതിൻ്റെ ലെറ്ററാണ് എച്ച്. മാഗ്നറ്റൈസിങ് ഫീൽഡ്, അതിൻ്റെ ലെറ്ററാണ് എച്ച്. മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഓക്കെ. മാഗ്നറ്റൈസേഷന് സിമ്പലൊന്നുമില്ല, അതൊരു പ്രോസസ്സാണ്. മാഗ്നറ്റൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് അപ്പ് മാഗ്നറ്റിസം ഇൻ എ മെറ്റീരിയൽ. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എം, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി, മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ച്. അതിന് വേറൊരു പേരുകൂടി ഉണ്ട്, അതാണ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. ആ പേരെന്താടാ? മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. ഓക്കെ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ബി. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അത് മാഗ്നറ്റൈസിങ് ഫീൽഡ്. അയ്യോ പോയോ? ഒരു മിനിറ്റടാ, സ്ക്രീൻ പോയില്ലേ? ഇല്ല, സ്ക്രീൻ പോയി. ആ സ്ക്രീൻ വരും. ഒരു 10 മിനിറ്റ് എടുത്താൽ നമ്മുടെ ഈ കാര്യം തീരും കേട്ടോ. ഒരു 10 മിനിറ്റ് ആ സ്ക്രീൻ ഒന്ന് സെറ്റാക്കി തന്നി. ആണോ? അങ്ങനെ മതിയോ? യെസ്. ഇപ്പം ശരിയായി ഇവിടെ മക്കളെ, ഇപ്പം ശരിയാക്കി തരാം. ഞാൻ ഓഫാക്കി ഉണക്കിയിട്ടുണ്ടല്ലോ. ഇനി ഞാൻ ചെയ്യണോ? യെസ്, കണ്ടു, വന്നു. സോ ഈ പേര് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. മാഗ്നറ്റിക് ഫീൽഡ് പോയി കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി മാത്രമായാലും എച്ച് ആണ്. ഈ പേരോ നിങ്ങൾക്ക് കാണാം, എച്ച് ആണ് ആ കാര്യം. എച്ചിൻ്റെ യൂണിറ്റും നമ്മുടെ എമ്മിൻ്റെ അതേ യൂണിറ്റാണ്, ആംബിയർ പെർ മീറ്റർ ആണ്. ഈ ടെസ്ല എന്ന് പറഞ്ഞ കാര്യം ഇയാളുടെ സ്വന്തമാണ്. മാഗ്നറ്റൈസിങ് ഫീൽഡ് എമ്മിനും എച്ചിനും ഒരേ യൂണിറ്റാണ്. അഞ്ചാമത്തെ ടേം നോക്കടാ. സോ അഞ്ചാമത്തെ ടേമിൻ്റെ പേരാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. സോ സസെപ്റ്റിബിലിറ്റി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക കയ്യം എന്ന ലെറ്റർ വെച്ചിട്ടാണ്. സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെയാണ് അത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്.
എങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള കാര്യമാണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുക. അപ്പോൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും, നല്ല പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ സസെപ്റ്റിബിലിറ്റിൻ്റെ വാല്യൂ വളരെ അധികമായിരിക്കും, വളരെ കൂടുതലായിരിക്കും. നന്നായി റെസ്പോണ്ട് ചെയ്യുന്ന പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്ന മെറ്റീരിയലാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. രണ്ടാമത്തെ കാര്യം നിങ്ങളൊന്ന് ഓർക്കണം, അതാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആവുന്ന കേസ്. നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ പ്രതികരണം കുറച്ച് മോശമായിരിക്കും അല്ലേ. മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ വേണ്ടാന്ന് പറയും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാകും. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ഡയാമാഗ്നറ്റിക് ആണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി സ്മോൾ ആൻഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അത് കുഴപ്പമില്ല വരികയും വന്നോട്ടെ, മാഗ്നറ്റിക് ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്ന പോലെ ചെറിയൊരു കാര്യമായിരിക്കും പറയുക. സോ ആ മെറ്റീരിയൽസിൻ്റെ പേര് പാരാമാഗ്നറ്റിക് ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണും. സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്നാണ്. പോസിറ്റീവ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യുന്നതാണ്, നെഗറ്റീവ് ആണെങ്കിൽ റിപ്പൽ ചെയ്യുന്നതാണ്. എക്വേഷൻ ഉണ്ട് അതിന്, Km is equal to M by H. Km is equal to M by H. M എന്താ നമുക്കറിയാം, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ്. H മാഗ്നറ്റൈസിങ് ഫീൽഡ് ആണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ആണ്. ആൻഡ് ലാസ്റ്റ് ടേം ആറാമത്തെ അതാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. എന്താ മാഗ്നറ്റിക് പെർമിയബിലിറ്റി? അത് മ്യൂ ആർ ആണ് ലെറ്റർ. ദാറ്റ് ഈസ് മ്യൂ മതി, റിലേറ്റീവ് വേണ്ട, മ്യൂ മതി. മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഇക്വേഷൻ എങ്ങനെയാണ്, ബി ബൈ എച്ച് ആണ് ഇക്വേഷൻ. ബി ബൈ എച്ച് ആണ് പെർമിയബിലിറ്റിൻ്റെ ഇക്വേഷൻ. കയ്യമ്മിൻ്റെയും മ്യൂവിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കണം. ഇതെന്താ, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ടു ദി മാഗ്നറ്റൈസിങ് ഫീൽഡാണ്. അങ്ങനെയൊന്നും ഓർത്ത് വെക്കേണ്ട. മാഗ്നറ്റിക് പെർമിയബിലിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഫീൽഡ് ലൈൻസ് അതിനകത്തുകൂടെ പോകും. ഓക്കെ, മാഗ്നറ്റിക് പെർമിയബിലിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ കൂടുതൽ ഫീൽഡ് ലൈൻസിനെ അത് പെർമിറ്റ് ചെയ്യുമെന്നാണ് അർത്ഥം. പെർമിയബിലിറ്റി 0 എന്ന് പറഞ്ഞാൽ ആരെയും പെർമിറ്റ് ചെയ്യില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിൽ ആവശ്യമുണ്ട്. സോ ഇവിടുത്തെ കുറച്ച് ഇക്വേഷൻസ് കൂടി പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സെക്ഷൻ അവസാനിപ്പിക്കുന്നത്. മക്കളെ, നമുക്ക് ഇവിടെ പഠിക്കേണ്ട കുറച്ച് ഇക്വേഷൻസിൽ 2 ഇമ്പോർട്ടൻ്റ് എഴുതാൻ പറഞ്ഞു വെച്ചു. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് മ്യൂ ആർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കയ്യം. മ്യൂ ആർ എന്താ, റിലേറ്റീവ് പെർമിയബിലിറ്റി മ്യൂ ആർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കയ്യമാണ്. എങ്കിലും ഓർത്ത് വയ്ക്കുക, മ്യൂ ആർ ആണ് വലുത് എന്ന് ഓർത്ത് വയ്ക്കുക. അത് ഈക്വൽ ടു 1 പ്ലസ് കയ്യമാണ്. ആൻഡ് 2 ഇക്വേഷൻ കൂടി ഉണ്ട്. അതൊന്ന് ബി ഇസ് ഈക്വൽ ടു μ0 m പ്ലസ് എച്ച് ആണ്. ഇത് അഥവാ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ, ഡയറക്റ്റ് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ചോദിക്കാൻ ചാൻസ് കുറവാണെന്ന് ഞാൻ അനുമാനിക്കുന്നു. ആൻഡ് ഫൈനൽ ഇക്വേഷൻ ഇതാണ്, എച്ച് ഇസ് ഈക്വൽ ടു എൻ ഐ. ഇത്രയും ഇക്വേഷൻസ് കൂടി ഈ ഭാഗത്ത് നിന്ന് പഠിച്ചു വെക്കണം. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ആണ്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ഐ ആണ്. സോ ഇത്രയും ഇക്വേഷൻസ് ആണ്. ഇത് വെച്ചുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തിയറി സെക്ഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒറ്റ പ്രോബ്ലം മാത്രമേ ചോദിക്കുള്ളൂ. യെസ്, അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ടേംസ് റിലേറ്റഡ് മാഗ്നറ്റിസം പഠിക്കേണ്ട. 1, 2, 3, 4, 5 ഇക്വേഷനും പഠിച്ചാൽ ആ കാര്യം സെറ്റാണ്. യെസ്, ആൻഡ് ടു ദി ലാസ്റ്റ് സെക്ഷൻ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ തീർക്കും. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഇവിടുന്ന് ഒരു 1 വേർഡിൻ്റെ ക്വസ്റ്റ്യൻ ഉറപ്പായും ചോദിക്കും. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉറപ്പായും ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. ഞാൻ വേറൊരു ചാപ്റ്റർ ഇങ്ങനെ ഉറപ്പ് പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ ഭാഗത്ത് ഞാൻ ഉറപ്പ് പറയുന്നു, ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നോക്കിക്കോളൂ മക്കളെ. സോ 3 കാര്യങ്ങളാണ്, 3 ക്ലാസ് ചെയ്തിരിക്കുന്നത്. ഒന്നാണ് ഫെറോ മാഗ്നറ്റിക്, രണ്ടാമത്തെയാണ് പാരാമാഗ്നറ്റിക്, മൂന്നാമത്തെയാണ് ഡയാമാഗ്നറ്റിക്. ഈ പേരുകളൊന്ന് ഓർത്ത് വയ്ക്കുക. ഫെറോ മാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്. ഇതിൻ്റെ ടേബിളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ടേബിളോട് കൂടി കാര്യങ്ങൾ മുഴുവൻ സെറ്റാക്കിയേ തീരൂ. യെസ്, സോ ഫെറോ മാഗ്നറ്റിക്കിൻ്റെ എക്സാമ്പിൾ ആലോചിച്ച് വയ്ക്കുക മക്കളെ. എഫ് ഇ അതിന് എക്സാമ്പിളാണ്. ഫെറോ മാഗ്നറ്റിക് ഇരുമ്പ് എക്സാമ്പിളാണ് എഫ് ഇ. പഠിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത എക്സാമ്പിളാണ്. അപ്പോൾ തന്നെ നമുക്ക് പ്രോപ്പർട്ടി കിട്ടി. എഫ് ഇ അയൺ നല്ലോണം അട്രാക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി ഇതാ അവിടെ എഴുതി വയ്ക്കാം. എന്താ പറയുക, strongly attracted by the external field.
ഓക്കെ, എഫിയുടെ കൂടാതെ അങ്ങനെ സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യുന്ന 2 ആളുകൾ കൂടിയുണ്ട്. അതൊന്ന് കൊബാൾട്ടാണ്, മറ്റേത് നിക്കലാണ്. ഇവർ 3 പേരും മാത്രമാണ് ഫെറോമാഗ്നറ്റിക് ആയിരുന്നത്. അപ്പോൾ സ്ട്രോങ്ലി അട്രാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനത്തെ അട്രാക്ഷനാണ്? അത് വീക്ക്ലിയാണ്. വീക്ക്ലി അട്രാക്റ്റീവ്, വീക്കായിട്ട് അട്രാക്ട് ചെയ്യുന്ന ആളുകളാണ്. സോ പാരാമാഗ്നറ്റിക്കിൽ വരുന്നത്. അവരുടെ പേരുകൾ നിങ്ങൾ നോക്കിയാൽ നമുക്കൊരു ചെറിയ പാറ്റേൺ കാണാം. അലുമിനിയം, മഗ്നീഷ്യം, സോഡിയം, ലിഥിയം, കണ്ടോ? പിന്നെ അതാ പൊട്ടാസ്യം, പ്ലാറ്റിനം, ഇവരൊക്കെ പാരാമാഗ്നറ്റിക് ആണ്. അവിടെ ഓർത്ത് വെക്കേണ്ട 2 എക്സാമ്പിളും കൂടി ഉണ്ട്. ഒന്ന് ലിക്വിഡ് ഓക്സിജൻ ആണ്. ലിക്വിഡ് ഓക്സിജനും പാരാമാഗ്നറ്റിക് ആണ്. അലുമിനിയം, സോഡിയം, മഗ്നീഷ്യം, ലിഥിയം, ടൈറ്റാനിയം, പൊട്ടാനിയം കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ഡയാമാഗ്നറ്റിക്കിൻ്റെ എക്സാമ്പിൾസ് ഓർത്ത് വെക്കണം. എന്തായിരിക്കും അത് കാണിക്കുക എന്ന് ഓർക്കണം. സോ നമുക്കിവിടെ സ്ട്രോങ് അട്രാക്ഷൻ കഴിഞ്ഞു, വീക്ക് അട്രാക്ഷൻ കഴിഞ്ഞു. പിന്നെയുള്ള കാര്യമാണ് വീക്ക് റിപ്പൽഷൻ. വീക്ക്ലി റിപ്പൽഡ് ബൈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഈ നമ്മൾ കണ്ട അയൺ പീസ് അതുകൊണ്ടൊരു മാഗ്നറ്റിൻ്റെ അടുത്ത് വെച്ചാൽ അട്രാക്റ്റ് ചെയ്യില്ലേ, വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നില്ലേ? എന്നാൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള അലുമിനിയം കൊണ്ടുവച്ചാൽ അവിടെ ചെറിയ തോതിലുള്ള, വളരെ ചെറിയ തോതിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്. നമുക്കറിയാൻ പറ്റില്ല, അത്രയും വീക്കാണ് ആ കാര്യം. മനസ്സിലായോടാ? ഇതേപോലെ വളരെ വീക്കായ റിപ്പൽഷൻ കാണിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് ഏതാണ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഓർത്ത് വെക്കണം, ഡയാമാഗ്നറ്റിക്. അത് കോപ്പർ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ഗോൾഡ്, സിൽവർ, മഗ്നീഷ്യം, Hg അല്ലേ മഗ്നീഷ്യം ഒരൊക്കെ എക്സാമ്പിളാണ്. സിങ്ക് എക്സാമ്പിളാണ്. ലിക്വിഡ് ഓക്സിജൻ പറഞ്ഞാൽ H2O, വാട്ടറും ഡയാമാഗ്നറ്റിക് ആണ്. കൃത്യമായിട്ട് ഓർക്കുക, ഇതിൽ കൺഫ്യൂഷൻ വേണ്ട. ഫെറോമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യുന്നതാണ്. ഫെറോയുടെ പാരാ ടീമാണ് ആര്? വീക്കിലി അട്രാക്ട് ചെയ്യുന്നത്. ഡയാമാഗ്നറ്റിക് ആണ് റിപ്പൽ ചെയ്യുന്നത് അല്ലേ? ഡയാമാഗ്നറ്റിക് ആണ് റിപ്പൽ ചെയ്യുന്നത് അല്ലേ? വേണ്ട, ഡയാ റിപ്പൽ ചെയ്തിട്ട് അവർ മരിച്ചു എന്ന് ആലോചിച്ചാൽ മതി. ഡയാമാഗ്നറ്റിക് റിപ്പൽ ചെയ്തുകൊണ്ട് അവരെ കൊന്നു കളഞ്ഞു, റിപ്പൽ ചെയ്തുകൊണ്ട് അവരെ കൊന്നു കളഞ്ഞു ആലോചിച്ചാൽ മതി. ഡയാ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. Hg മെർക്കുറിയാണ്. മെർക്കുറി എന്നല്ലേ ഞാൻ പറഞ്ഞത്? മാറ്റി പറഞ്ഞോ? കോപ്പർ, Au ഗോൾഡ്, Ag സിൽവർ, Hg മെർക്കുറി, Zn സിങ്ക്, H2O. ഈ മാറിയിട്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല, നിങ്ങൾ ഓർത്ത് വെച്ചാൽ. യെസ്, ഇത്രയാണ് അതിൻ്റെ പ്രോപ്പർട്ടി, ഇത്രയാണ് അതിൻ്റെ കാര്യം, ക്ലാസിഫിക്കേഷൻ്റെ ബേസിക് കാര്യം. അടുത്തായിട്ട് നമ്മൾ പറയേണ്ട കാര്യമാണ് എങ്ങനെയാണ് ഈ മെറ്റീരിയൽ റെസ്പോണ്ട് ചെയ്യാനുള്ള കാര്യം നോക്കണം. സോ ഫസ്റ്റായിട്ട് പറയണം, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വന്നാൽ എങ്ങനെ മാഗ്നറ്റൈസ് ചെയ്യുന്നതായിരിക്കണം ആലോചിക്കുക. സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ്. അതായത് നമ്മളൊരു ഫീൽഡ് കൊടുത്തു, നോർത്ത് സൗത്ത് എന്നൊരു ഫീൽഡ് കൊടുത്തു. നമ്മൾ അതിൻ്റെ ഇടയിൽ കൊണ്ടൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചു. ആ മെറ്റീരിയൽ മാഗ്നറ്റിക് ആണെങ്കിൽ എന്ത് സംഭവിക്കൂടാ? അതിൻ്റെ അകത്ത് മാഗ്നറ്റൈസേഷൻ ഉണ്ടാവില്ലേ? ഇങ്ങനെ മാഗ്നറ്റൈസേഷൻ ഉണ്ടാവില്ലേ? നെറ്റ് ഡൈപോൾ ഡെവലപ്പ് ചെയ്യില്ലേ? അതെങ്ങനെയായിരിക്കും? ഈ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. അതാണ് പറഞ്ഞത് സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കേസിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? ഇത് വീക്ക്ലിയാണ് മാഗ്നറ്റൈസ് ചെയ്യുന്നത്. വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ്. അങ്ങനെ വീക്ക്ലി എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര അധികം വേണ്ട, കുറച്ച് മായ്ച്ച് കളയുക, കുറച്ചെണ്ണം മാത്രം വരയ്ക്കുക. വീക്ക്ലി മാഗ്നറ്റൈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ്. ക്ലിയർ ആണോ മക്കളെ? സോ അടുത്തതിലേക്ക് വരുമ്പോഴോ ഇതും വീക്ക് തന്നെയാണ്. വീക്ക്ലി മാഗ്നറ്റൈസ് in the direction of applied field. അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. ഇതേ ചിത്രം തന്നെയാണ്, പക്ഷെ ചെറിയ വ്യത്യാസം മാത്രം വരുത്തണം. അപ്ലൈഡ് ഫീൽഡ് ഇങ്ങനെയായിരുന്നു, പക്ഷെ അത് മാഗ്നറ്റൈസ് എങ്ങനെയാടാ? ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ്. അതായത് ഇങ്ങനെയായിരിക്കും മാഗ്നറ്റൈസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, വീക്ക്ലിയാണ്, കുറച്ചെണ്ണം മാത്രം വരച്ചാൽ മതി. വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ്. കാര്യം മനസ്സിലായോ അല്ലേ? നമുക്ക് അട്രാക്ഷൻ്റെ കാര്യം കൂടി ഇവിടെ പറയാൻ പറ്റും. ഇത് സൗത്താണ്,
മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു എവിടെ കേട്ടാ സൗത്ത് ടു നോർത്താണ്. സോ ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് അല്ലേടാ അത്, ഇതിൻ്റെ സൗത്ത് അല്ലേ, അപ്പോൾ നോർത്ത് സൗത്ത് വന്നാൽ അട്രാക്റ്റീവ്. കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് സ്ട്രോങ്ലി എങ്ങനെയാണത് മാഗ്നറ്റൈസ് ചെയ്യുന്ന കാര്യമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ 2 പോയിന്റ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയാണ്ട് എങ്ങനെയാണ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ സംഭവിക്കുക, പെർമിയബിലിറ്റി എങ്ങനെയുള്ള കാര്യം കൂടി പറഞ്ഞാൽ സെറ്റാകും. നോക്കൂ. സോ in a uniform external field, external magnetic field, uniform external magnetic field വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് 3 പേരും പ്രതികരിക്കുക വെച്ചാൽ they will align parallel to external field. ചിത്രമായിട്ട് വരയ്ക്കാം. ഒരു എക്സ്റ്റേണൽ ഫീൽഡ് നോർത്തും ഇത് സൗത്തും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽ ഫ്രീ ആയിട്ട് തൂക്കിയിട്ടാൽ അതിങ്ങനെ അതിന് പാരലായിട്ട് നിൽക്കും. കാരണം ഇവിടെ അട്രാക്ഷനാണ്. ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തിന് അട്രാക്ട് ചെയ്യും, ഇങ്ങനെ പാരലായിട്ട് വരും. ഇതിലെങ്ങനെയാണ് വരിക, ഇതിലും ഇതുപോലെ തന്നെയാണ് വരിക. അട്രാക്ഷൻ തന്നെയാണ്, അത്രത്തോളം ശക്തി ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. സോ അതും ഇതുപോലെ തന്നെ നിൽക്കും. കാര്യം മനസ്സിലാകേ? ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളൊരു മെറ്റീരിയൽ തൂക്കിയിട്ടാലേ ഫ്രീ ആയിട്ട് തൂക്കിയിട്ടാൽ അതെങ്ങനെ നിൽക്കും, ആ മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷൻ നിൽക്കും. എന്നാൽ നമ്മൾ പറയുന്ന ഡയാമാഗ്നറ്റിക്കിൽ വന്നാൽ എന്താ സംഭവിക്കുക നോക്കിക്കേ, ഇതിനെ 2 ഭാഗത്തും റിപ്പൽ ചെയ്ത് വിടുക ചെയ്യുക. ഇവിടെ വന്നാൽ റിപ്പൽഷനാണ്, ഇവിടെ റിപ്പൽഷനാ, ഇതിങ്ങനെ പോകും. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ അലൈൻ പെർപെൻഡിക്കുലർ. ഇങ്ങനെയാണ് അത് നിൽക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നിൽക്കുക. യെസ്, 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്. ഇതിന് സാറ് വന്ന് ഇങ്ങനെ സെറ്റായി നിൽക്കുകയാണ്. അത് 15 മിനിറ്റ് കൂടിയുണ്ട്. സോ അടുത്ത കാര്യം നോക്കടാ. ഇന്നെ നോൺ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ്. യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടെ അട്രാക്ഷൻ ആണ്. സോ എവിടെ നിന്ന് എങ്ങോട്ട് പോവും, വീക്ക് ഫീൽഡിൽ നിന്ന് അട്രാക്ഷനിലടാ വീക്ക് ടു സ്ട്രോങ് പോവും. വീക്ക് ടു സ്ട്രോങ്, അതായത് വീക്കായിട്ടുള്ള ഭാഗത്ത് നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ് അവിടെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. സ്ട്രോങ് ആയിട്ടുള്ള ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ എന്തിനെ സംഭവിക്കുക, വീക്ക് ടു സ്ട്രോങ് തന്നെയാണ് സംഭവിക്കുക. ഇവിടെയും അതിനെ സംഭവിക്കുക, വീക്ക് ടു സ്ട്രോങ് തന്നെയാണ് സംഭവിക്കുക. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സ്ട്രോങ് ടു റിപ്പൽഷൻ ആണേ. സ്ട്രോങ് ടു വീക്കാണ് പോകുന്നത്. ആ ചിത്രമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ആ ചിത്രം നിങ്ങൾ നോക്കിയിട്ട് പോകണത്. ഇങ്ങനത്തെ ചിത്രം ഉണ്ടായിരുന്നു, ഇങ്ങനെ എടുത്തു. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സെൻറ്ററിലേക്ക് വരും. അല്ല, ഈ 2 എൻഡിലും കൂടുതലുണ്ടാവും. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ചിത്രം ഓർമ്മയില്ല, ആ ചിത്രമാണ് അവർ വയ്ക്കുന്നുണ്ട് കേട്ടോ. യെസ്, ഇതിൻ്റെ കേസിൽ ആലോചിക്കുക. ഇതിൻ്റെ കേസാണെങ്കിൽ ഇങ്ങനെ സെൻറ്ററിലേക്ക് വരും, ഈ സെൻറ്ററിൽ ഇങ്ങനെ കുഞ്ഞു കൂടി വരും. ഈ ചിത്രം ആലോചിക്കുക. ആൻഡ് വി ആർ മൂവിങ് ടു ദ ഫൈനൽ സ്റ്റേറ്റ്. ഇതാ കഴിഞ്ഞു. 2 കാര്യങ്ങൾ നമുക്ക് ഈ സ്ലൈഡിൽ പറയാനുള്ളത്. ഒന്ന് സസെപ്റ്റിബിലിറ്റിയെക്കുറിച്ചും പെർമിയബിലിറ്റിയെക്കുറിച്ചുമാണ്. നിങ്ങൾ പറയടാ, സസെപ്റ്റിബിലിറ്റിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും. ഇത് ഫെറോ ആണ്, ഇത് പാരയാണ്, ഇത് ഡയയാണ്. സസെപ്റ്റിബിലിറ്റീൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കുംടാ, നമുക്കറിയാം അത് ഹൈ ആൻഡ് പോസിറ്റീവാണ്, നന്നായി പ്രതികരിക്കും അല്ലേ. പാരയിലാണെങ്കിലോ സ്മോൾ ആൻഡ് പോസിറ്റീവ്. ഇതിലോ സ്മോൾ ആൻഡ് നെഗറ്റീവ്. കാര്യം മനസ്സിലായോ? എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക? നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1000 ആണ് വാല്യൂ വരിക. സ്മോൾ ആൻഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കയ്യമ്മിൻ്റെ വാല്യൂ എത്രയാണ് വരിക, സ്മോൾ ആൻഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 1 വരെ വാല്യൂ വരും. സ്മോൾ ആൻഡ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് വരിക, അതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ -1 ആണ്. -1 ലെസ് ദാൻ കയ്യം ലെസ് ദാൻ 0. ഇതാണ് കയ്യമ്മിൻ്റെ വാല്യൂ വരിക. കാര്യം മനസ്സിലായോടാ? സോ പെർമിയബിലിറ്റീൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്, പെർമിയബിലിറ്റിൻ്റെ കേസ് എടുത്താൽ എങ്ങനെയാണ്, റിലേറ്റീവ് പെർമിയബിലിറ്റിയാണ്. നമുക്കറിയാം ഇക്വേഷൻ μr കയ്യം +1 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1001 ഓർത്ത് വയ്ക്കുക. 1001 ഒന്ന് കൂട്ടി. അപ്പോൾ ഇവിടെ ഒന്ന് കൂട്ടിയാലോടാ, ഇവിടെ ഒന്ന് കൂട്ടിയാലോ μr നമുക്ക് എങ്ങനെ കിട്ടും, ഇവിടെ 0നെ കൂടെ ഒന്ന് കൂട്ടിയാലോ 1 കിട്ടും, ഇവിടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 2 കിട്ടും. അപ്പോൾ പാരാമാഗ്നറ്റിക്കിൻ്റെ ഇതിൻ്റെ വാല്യൂ ലെസ് ദാൻ ആണ്. ഓക്കെ, ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക, μr ഫോർ ദിസ് എത്രയാണ് വരിക, ഡയാമാഗ്നറ്റിക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു μr ലെസ് ദാൻ 1. ഇതാണ് വാല്യൂ വരിക. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പെർഫെക്റ്റ്ലി ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ അതിൻ്റെ സസെപ്റ്റിബിലിറ്റി വാല്യൂ -ആണ് വരിക, അതുപോലെ തന്നെ അതിൻ്റെ പെർമിയബിലിറ്റി വാല്യൂ 0 ആണ് വരിക. ഓർത്ത് വെക്കണം. ഓക്കെ, ഞാൻ ഒരു ചിത്രം കൂടി വരയ്ക്കുന്നു. പെർമിയബിലിറ്റിൻ്റെ കേസിൽ ഇത്
മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചു. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ ദാ ഇനീഷ്യലി ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ദാ ഇങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ. ഇവിടെ തുടങ്ങി വെക്കാം. ഇങ്ങനെ ഉണ്ടായിരുന്നു. ഫെറോ മാഗ്നറ്റിക് ആണെങ്കിൽ അതിൻ്റെ പെർമിയബിലിറ്റി വളരെ കൂടുതലാണ്. സോ എല്ലാവരെയും അതിൻ്റെ അകത്ത് കൂടെ പറഞ്ഞയക്കും. എല്ലാവരും വാടാ എന്നിട്ട് അതിൻ്റെ അകത്ത് കൂടെ പറഞ്ഞയക്കും. അതാണ് ഏതിൻ്റെ കേസ്? ഫെറോ മാഗ്നറ്റിക്കിൻ്റെ കേസ്. ഓക്കെ, യെസ്. പാരാമാഗ്നറ്റിക് ആണെങ്കിലോ എല്ലാവരെയും ഒന്നുമില്ല, ഒരാളൊക്കെ പുറത്ത് കൂടെ പോകുന്നുണ്ടാവും, ബാക്കിയുള്ള ആളുകളൊക്കെ ഇതിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ പോകും. ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ ആരും പോവില്ല. അതാ ഒരു വര മാത്രം പോയിക്കോട്ടെ, പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. സോ ഇങ്ങനെ പോകും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് പോകുക കാര്യമാണ് ഈ വരച്ചത്, ഓർത്ത് വെക്കണം. എല്ലാവരും പോകുന്നത് ഫെറോമാഗ്നറ്റിക് ആണ്, ആരും പോകാത്ത ഡയോമാഗ്നറ്റിക് ആണ്. യെസ്, ആരും പോകാത്ത ഡയാമാഗ്നറ്റിക് ആണ്. ആൻഡ് പാരാമാഗ്നറ്റിക് കേസിൽ ആരെങ്കിലുമൊക്കെ കുറച്ച് പേരൊക്കെ ആയിക്കൂടെ പോകാം, ചെറിയൊരു അട്രാക്ഷൻ ഉണ്ടാവും. കഴിഞ്ഞു. യെസ്, അടുത്ത ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസും ആറ്റംസുമായി നമ്മുടെ സ്വന്തം നിതിൻ സാർ എത്തിയിട്ടുണ്ട് മക്കളെ. യെസ്, ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ. അവരോട് ഞാൻ ചോറുണ്ട് പഠിക്കാൻ പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ ചോറുണ്ട് പറഞ്ഞിട്ടുണ്ടാവും എല്ലാവരും. എടാ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേടാ എല്ലാവരും? ലാപ്ടോപ്പ് ഞാൻ തൽക്കാലം വേണ്ടാത്തതുകൊണ്ട് വെച്ചതാണ്. ഓഫാണ് തോന്നുന്നു. ഞാൻ പറയാം. സൗണ്ട് കുറച്ചുണ്ടായി അവിടെ വെച്ചാൽ മതിയോ? സെറ്റ് ആയിക്കോളൂ. ഇല്ല, വരുന്നായിട്ടോ. നോ സർ, ഭക്ഷണം കഴിച്ചു ഉറങ്ങി. ഉറങ്ങിയിട്ടാണ് ബോർഡ് കമാൻഡർ. അവരെ ഇടയ്ക്ക് കാണില്ല ആ പേര്. ഓക്കെ, ഞാൻ പറയാം. അബിനെ വിളിക്കാം. ഞാൻ ഓഫ് ചെയ്തിട്ടില്ല, ചാർജ് കഴിഞ്ഞായിരിക്കും മേ ബി. ശരി, ഫൈൻ. ഓക്കെ, തുടങ്ങിയാലോടാ. അടുത്ത 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. നമ്മുടെ സ്വന്തം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും അതുപോലെ തന്നെ ആറ്റംസ്. 2 അടിപൊളി ചാപ്റ്ററാണ്. നിങ്ങളെല്ലാവരും ഉഷാറാണെങ്കിൽ, ആ രാവിലെയുള്ള ഉഷാർ ഒട്ടും കുറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിനകത്ത് പറയാമോ? എങ്കിൽ നമുക്ക് അടിപൊളിയായി തന്നെ നമ്മുടെ 2 ഗംഭീരമായ ചാപ്റ്റേഴ്സിലോട്ട് കിടക്കാം. എല്ലാവരും തയ്യാറല്ലേ? എല്ലാവരും റെഡി ആണെങ്കിൽ നമ്മളിതാ കടക്കാൻ പോകുന്നു. ആൾ ആർ റെഡി. എല്ലാവരും സെറ്റ് ആണെങ്കിൽ മസിലി മോജി കിട്ടുന്ന ഓണാക്കിക്കട എല്ലാവരും. കമോൺ. കമൻറ്റ് കാണുന്നില്ലല്ലോ ദൈവമേ. റെഡി ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിനകത്ത് എല്ലാവരും പറയും മക്കളെ. കമോൺ. എല്ലാവരും ഒരു മസ്ലിമോ, നിങ്ങളുടെ മസ്ലിം മോജി ഇല്ലാതെ എന്നാ പെണ്ണുവേൻ? യെസ്, എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇടാ ലാപ്ടോപ്പ് ഓഫ്. ഓക്കെ മക്കളെ, ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് കടക്കാം. ഈ ഒരു ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡെറിവേഷൻസ് ഉള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം, ആക്സിയലും ഇക്വിറ്റോറിയലും അതുപോലെ തന്നെ ഗോസസ് തിയറത്തിന് അപ്ലിക്കേഷനും ടോർക്കും ഈ പറയുന്ന ഡെറിവേഷൻസ് എല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ റെഫർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഡെറിവേഷൻസ് ചോദിക്കാതെ ന്യൂമറിക്കൽസ് മാത്രമായി അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ചോദ്യങ്ങൾ മാത്രമായി ഒതുങ്ങുന്ന ചാപ്റ്റർ അല്ല ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്നത്. എത്രത്തോളം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിനും കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസിനും ഇമ്പോർട്ടൻസ് ഉണ്ടോ, അതിൻ്റെ ഈക്വൽ പ്രയോറിറ്റിയും ഇമ്പോർട്ടൻസും നിങ്ങൾ ആർക്ക് കൂടി കൊടുക്കണം? ഈ പറയുന്ന ഡെറിവേഷൻസിന് കൂടി കൊടുക്കണം. അത്തരം ഡെറിവേഷൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് പല പരീക്ഷകളും റിപ്പീറ്റ് ചോദിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് അറിയേണ്ടതുമാണ്. റൈറ്റ്, ഓക്കെ മക്കളെ, തുടങ്ങിയാലോടാ. സോ ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻ ആണ്, അല്ലാതെ കഥയൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നത്. നേരിട്ട് തന്നെ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം എന്ന് പറയുന്ന മാസുള്ള ഒരു പാർട്ടിക്കിൾ, അതിൻ്റെ ചാർജ് എത്രയാണ്? -q ആണ്. ഈസ് മൂവിങ് വിത്ത് എ യൂണിഫോം സ്പീഡ് v ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് r with another charge q at the center of the circle. The value of r is q എന്ന് പറയുന്ന ഒരു ചാർജ് സെൻറ്ററിലുണ്ട്. സോ അതിന് ചുറ്റും -q എന്ന് പറയുന്ന ഒരു ചാർജ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. റൈറ്റ്, ഞാനൊരു ചിത്രം വരച്ചു തരാടാ. ഇത് -q ആണ്. അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവൻ ചുറ്റും ഇങ്ങനെ വലം വെച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ്, ഓക്കെ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഫൈൻ. അപ്പോൾ ഈ ഒരു ദൂരമുണ്ടല്ലോ, ഈ ഒരു ദൂരം r ആണെന്ന് വിചാരിക്കുക. സോ നമ്മൾക്ക് ഈ r ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് അവർ പറയുന്നുണ്ട്? v ആണ് ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ r. അതായത് റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പറയുന്ന സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിസ്സാരമായി തന്നെ കണ്ടുപിടിക്കാതെ വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു വസ്തു സർക്കുലർ മോഷൻ എക്സിബിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ സെൻറ്ററിലോട്ട് ഒരു ഫോഴ്സ് ആവശ്യമുണ്ട്. ആ സെൻറ്ററിലോട്ടുള്ള ഫോഴ്സിന് നമ്മൾ എന്ത് പേരിട്ടാ മക്കളെ വിളിക്കുക? എല്ലാവരും പറയടാ. ഒരു വസ്തു സർക്കുലർ മോഷൻ എക്സിബിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ സെൻറ്ററിലോട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അപ്പോൾ ആ ചുവന്ന കാർഡ് ഇടുന്നവനെടുത്ത് തോട്ടിക്കളയാണ്.
ഓക്കെ, ആ സെൻറ്ററിലോട്ടുള്ള ഫോഴ്സ് നമ്മൾ എന്ത് പേരിട്ടാണ് മക്കളെ വിളിക്കുക? എല്ലാവരും പറയടാ, എന്ത് പേരിട്ടിട്ടാണ് വിളിക്കുക? ഹൈഡ് ഫ്രം ചാനൽ. ഓക്കെ, എന്ത് പേരിട്ടാണ് വിളിക്കുക മക്കളെ? ഒരു സംശയം വേണ്ട, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്, നോ ഡൗട്ട്. ഇറ്റ് ഈസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് FC. സോ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. സോ അത് ഞാൻ ഒന്ന് ഇക്വേറ്റ് ചെയ്യട്ടെ മക്കളെ. സോ FC ഈക്വൽ ടു 1/4πε0 Q ഇൻറ്റു Q, ശരിയല്ലേ? രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എടുക്കുക, ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്? R². സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ പറയടാ മക്കളെ. mv²/r ഈക്വൽ ടു 1/4πε0 QQ ഡിവൈഡ് ബൈ എന്ത് വരും? R². ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായോടാ? ഈ ആറും ഈ സ്ക്വയറും തമ്മിൽ ക്യാൻസൽ, നമുക്ക് ആറാണ് കണ്ടുപിടിക്കേണ്ടത്. സോ R ഈക്വൽ ടു 1/4πε0 Q ഇൻറ്റു Q. സോ Q² ഡിവൈഡഡ് ബൈ mv². ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതിന് ഇക്വലൻ്റ് ആയ ആൻസേഴ്സ് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഉണ്ടോ നോക്കിക്കുക മക്കളെ. ഇതിന് ഇക്വലൻ്റ് ആയ ആൻസേഴ്സ് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് എല്ലാവരും നോക്കിക്കേടാ. എല്ലാവരും നോക്കിക്കുക മക്കളെ. റെഡി, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. മുഴുവൻ മക്കളൊന്ന് കമൻറ്റ് ചെയ്തേ. ഇതിന് ഇക്വലൻ്റ് ആയ ഓപ്ഷൻസ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവരും പറയടാ. ഏതാ ഓപ്ഷൻ? എവിടെ? ഹോൾ സ്ക്വയറിൻ്റെ ടേംസിൽ എഴുതാം അല്ലേ? അപ്പോൾ ഓക്കെ ആടാ. സോ R ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ V. ഇവിടെ നമുക്കൊരു M ഇങ്ങോട്ട് ഇടാം, എന്നിട്ട് ഹോൾ സ്ക്വയർ കൊടുക്കാം. ഈ ഓപ്ഷൻ ഉണ്ടല്ലോടാ? ഈ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഓപ്ഷൻ ഏതാണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. റൈറ്റ്, ഇതുണ്ട്, ഹോൾ സ്ക്വയറിൻ്റെ ടേംസിലാണ്. ഐ തിങ്ക് ഓപ്ഷൻ D ഈസ് അവർ റൈറ്റ് ആൻസർ. ഡി അല്ല, യെസ്, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 1/4πε0 M ഇൻറ്റു Q ഡിവൈഡ് ബൈ V ഹോൾ സ്ക്വയർ. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടിപൊളിയായി മനസ്സിലായില്ല, അന്തസ്സായി മനസ്സിലായില്ല. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. നിസ്സാരമായി തന്നെ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് അറിയേണ്ട ചോദ്യമാണ്, നിങ്ങൾ പഠിക്കേണ്ട ചോദ്യമാണ്. സെറ്റ്. അടുത്തതിലോട്ട് കടന്നാലോ മക്കളെ? അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതും ഇതുപോലെ അന്തസ്സായി തന്നെ പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യമാണ്. പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാൻ ഇതേ മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, പഠിക്കേണ്ടതാണ് കേട്ടോ. Let F1 be the magnitude of the force between two small spheres of charge at a constant potential. Free space F2 be the ഫ്രീ സ്പേസിൽ രണ്ട് ചാർജുകൾ വെച്ച സമയത്തുള്ള ഫോഴ്സ് ആണ് F1 എന്ന് പറയുന്നത്. രണ്ട് ചാർജുകൾ ഒരു മീഡിയത്തിൽ, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K ആയ ഒരു മീഡിയത്തിൽ പ്ലേസ് ചെയ്ത സമയത്തുള്ള ഫോഴ്സ് ആണ് F2 എന്ന് പറയുന്നത്. എങ്കിൽ F1/F2 എന്താണ് എന്നുള്ള കാര്യമാണ് കണ്ടുപിടിക്കുന്നത്. നിസ്സാരമായി പറഞ്ഞുതരാം. രണ്ട് ചാർജുകളുണ്ട്. ഇപ്പോൾ ഇതാണ് രണ്ട് ചാർജുകൾ എന്ന് വിചാരിക്കും. Q1 ഉം Q2 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ Q ഉം Q ആണെന്ന് വിചാരിച്ചു, പ്രശ്നമില്ല. Q ഉം Q ആണ് രണ്ട് ചാർജുകൾ. ആ രണ്ട് ചാർജുകൾ R എന്ന് പറയുന്ന ദൂരത്തിൽ സെപ്പറേറ്റ് ചെയ്തു ഫ്രീ സ്പേസിലാണ് വെച്ചിരിക്കുന്നത്. ആ സന്ദർഭത്തിലുള്ള ഫോഴ്സ് ആണ് F1 എന്ന് പറയുന്നത്. ഇതേ രണ്ട് ചാർജുകൾ R എന്ന് പറയുന്ന ദൂരത്തിൽ തന്നെ സെപ്പറേറ്റ് ചെയ്ത രണ്ട് ചാർജുകൾ ഒരു മീഡിയത്തിൽ ഇമേഴ്സ് ചെയ്ത് വെക്കുകയാണ്. ആ മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K ആണെങ്കിൽ അവിടെയുള്ള ഫോഴ്സ് ആണ് F2 എന്ന് പറയുന്നത്. സോ ഗൈസ്, വി ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ F1 ആൻഡ് F2. എങ്ങനെ കണ്ടുപിടിക്കാം? നിസ്സാരമായി തന്നെ കണ്ടുപിടിക്കാം. ആദ്യം അതുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞു പടം ഞാൻ നിങ്ങൾക്ക് വരച്ചു തരാം. സോ ഇതാണ്, ഇത് Q, ഇത് രണ്ടും Q ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇതൊരു യെസ്, ഇത് രണ്ടും നമുക്ക് എന്തായിട്ട് എടുക്കാം മക്കളെ? Q ആയിട്ട് എടുക്കാം. രണ്ട് ചാർജുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവ തമ്മിലുള്ള ദൂരം എത്രയായിട്ട് എടുക്കാം? R ആയിട്ട് എടുക്കാം. ആ സന്ദർഭത്തിലുള്ള ഫോഴ്സ് എത്രയാണ്? F1 ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത് ഫ്രീ സ്പേസിൽ വെക്കുമ്പോഴുള്ള സന്ദർഭമാണ് മക്കളെ, അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കോ. ഇത് ഫ്രീ സ്പേസ് ആണ്. റൈറ്റ്. സിമിലർ വേ, അടുത്ത കാര്യം, ഇതേ രണ്ട് ചാർജുകൾ ഇതേ അകലമായ ആറിൽ തന്നെ പ്ലേസ് ചെയ്യുവാണ്. അപ്പോൾ നോക്കടാ, അപ്പോൾ ഫോഴ്സ് F2 ആണ്. കാരണം എന്താണ്? അവിടെ ഒരു മീഡിയത്തിലാണ് പ്ലേസ് ചെയ്യുന്നത്, ഒരു മീഡിയത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ? ആ മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണ്? അഥവാ εr എത്രയാണ്? അത് K ആയിരിക്കും. εr എത്രയാണ് മക്കളെ? അത് K ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടിപൊളിയായി മനസ്സിലായില്ലേ? അന്തസ്സായി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ. ഇനി നമുക്ക് അതിന് ഇക്വേഷൻസ് ഫോം ചെയ്യാം. സോ ആദ്യം F1 ഇക്വേഷൻ ഞാൻ ഫോം ചെയ്യാൻ പോവാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സോ F1 വിൽ ബി equal to 1/4πε0 Q² ഡിവൈഡ് ബൈ R². ഇക്വേഷൻ നമ്പർ 1. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുക? F1 എന്ന് പറയുക. ഇതിനകത്ത് നിങ്ങൾക്ക് സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. റൈറ്റ്, ക്ലിയർ അല്ലടാ? അപ്പോൾ F2 ഞാൻ എടുത്ത് എഴുതട്ടാ. F2 ഞാൻ എടുത്ത് എഴുതാൻ പോകണം, ശ്രദ്ധിക്കടാ. F2 വിൽ ബി ഈക്വൽ ടു 1/4πε എന്ന് വരും. ശരിയല്ലേ? അവിടെ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ്, അത് എപ്സിലോൺ ആണ്. എപ്സിലോൺ ഇൻറ്റു Q² ഡിവൈഡ് ബൈ R² എന്ന് വരും. സോ F2 വിൽ ബി ഈക്വൽ ടു 1/4πε0 ഇൻറ്റു εr ഇൻറ്റു Q² ഡിവൈഡ് ബൈ R² എന്ന് എഴുതാം. εr എന്ന് വരും എന്ത് എഴുതാം? K അഥവാ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് എഴുതാം. സോ F2 ഈക്വൽ ടു 1/4πε0 ഇൻറ്റു K ഇൻറ്റു Q² ഡിവൈഡ് ബൈ R². അടിപൊളിയായി മനസ്സിലായില്ലേ? അന്തസ്സായി മനസ്സിലായില്ലേ? ഇതാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത്. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് കൂടി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാണ്, അഥവാ F1 ഡിവൈഡ് ബൈ F2 വിച്ച് വിൽ ബി ഈക്വൽ ടു 1/4πε0 Q² ഡിവൈഡ് ബൈ R² ഹോൾ ഡിവൈഡഡ് ബൈ 1/4πε0 εr അല്ലെങ്കിൽ K എന്ന് എഴുതാം. K ഇൻറ്റു
Q² ഡിവൈഡ് ബൈ R². ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? കോമൺ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യാം. ഇവന്മാരെയൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ മക്കളെ? F1/F2 ഈക്വൽ എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ 1/K എന്ന് വരും. ഈ K മുകളിലോട്ട് പോയിട്ട് എന്താവും? F1/F2 വിൽ ബി ഈക്വൽ എന്ത് വരും മക്കളെ? K എന്ന് വരും. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. അടിപൊളിയായി. കൺസെപ്റ്റ് മനസ്സിലായോടാ? എല്ലാവർക്കും മനസ്സിലായോടാ? ആൻസർ എന്താണ്? ആൻസർ K ആണ് വരിക. ഓപ്ഷൻസിലുണ്ടോ? യെസ്, ഓപ്ഷൻസിലുണ്ട് K എന്ന് പറയുക. ഓപ്ഷൻ സി ഈസ് അവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ എന്തെന്ന് പറയുക ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ് ക്ലിഞ്ചറായി മനസ്സിലായോടാ? എല്ലാവർക്കും മനസ്സിലാവും, ഒരു തരി സംശയമില്ലല്ലോ. അടിപൊളിയായി മനസ്സിലായില്ലേ? സെറ്റല്ലേ? സെറ്റാണോ മക്കളെ? സെറ്റാണോ മക്കളെ? സെറ്റാണോടാ? യെസ് ക്ലിഞ്ചർ റൈറ്റ്. എല്ലാവർക്കും കാര്യം മനസ്സിലായി വിചാരിക്കും. ഒരു തരി സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. കൺസെപ്റ്റ് സ്ട്രോങ് ആണെന്ന് വിശ്വസിക്കും. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. അല്ലാതെ എന്തെങ്കിലും ഒന്ന് ഈ ചോദ്യം വരുമ്പോൾ ഞാൻ ഇങ്ങനെ എഴുതും എന്നതിനപ്പുറം ഓരോ ചോദ്യങ്ങളും എങ്ങനെ പ്രൊസീഡ് ചെയ്യണം, എന്താണ് ഇവിടെയുള്ള കണ്ടന്റ്, എന്താണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പ്രൊസീഡ് ചെയ്തത് എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലൂടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 small identical conducting spheres carrying a charge 10 microcoulomb and -20 microcoulomb were separated by a distance of r. Experience a force F. If they are brought in contact and then separated to a distance of r/2, what is the new force in the term of F? വളരെ ലളിതമായ ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ വലുപ്പം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. 2 ചാർജുകളുണ്ട് മക്കളെ, നോക്കടാ. 2 ചാർജുകൾ ഏതൊക്കെയാണ്? യെസ്, 10 മൈക്രോകൂളംബും അതുപോലെ തന്നെ അടുത്ത ചാർജ് എത്രയാണ്? -20 മൈക്രോകൂളംബുമാണ്. രണ്ടും നമ്മൾ അകലം അവർ നൽകിയിട്ടുണ്ട്. എത്രയാണ്? R എന്ന് പറയുന്ന ദൂരത്താണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴുള്ള ഫോഴ്സ് എത്രയാണ്? F ആണ് എന്നാണ് പറയുന്നത്. ആ സന്ദർഭത്തിലുള്ള ഫോഴ്സ് എത്രയാണ്? F ആണെന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ നമുക്കൊന്ന് എഴുതിയാലോ? നിസ്സാരമായി തന്നെ എഴുതാം. എൻ്റെ മക്കൾ ശ്രദ്ധിക്കടാ. F = 1/4πε0. ഞാനിവിടെ മൈക്രോ കൂളംബിൽ നിന്ന് കൂളംബിലോട്ട് മാറ്റുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞാൽ ക്ലാസ് എത്ര മണി വരെ ഉണ്ട് എടാ? ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നവരെയുണ്ട്. സമയം അങ്ങനെ നിശ്ചിതമായിട്ട് പറയുന്നില്ല. പക്ഷേ ബാക്കിയുള്ള ചെറിയ ചാപ്റ്റേഴ്സൊക്കെ 20 or 30 മിനിറ്റ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആസ് സൂൺ ആസ് പോസിബിൾ നിർത്താം. നിങ്ങൾ ചുമ്മാ അതിനെപ്പറ്റി ബോധേഡാവരുത്. കണ്ടന്റുകൾ സ്ട്രോങ് ആക്കി തന്നെ പഠിക്കുക. റൈറ്റ്, ഓക്കെ. എടാ ഇവിടെ ഞാൻ മൈക്രോ കൂളംബിൽ നിന്ന് കൂളംബിലോട്ട് മാറ്റുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യേണ്ട സാഹചര്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാത്ത. അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ക്യാൻസൽ ചെയ്തിട്ടാണ് പോവുക കേട്ടോ. സോ 1/4πε0 10 × 20 ഡിവൈഡഡ് ബൈ r² എന്ന് വരും. ക്ലിയർ അല്ലേ? സോ F = 1/4πε0 എന്ത് വരും? യെസ്, 200 ഡിവൈഡഡ് ബൈ r². ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? വേണമെങ്കിൽ F = എന്ത് എഴുതാം? K. ഈ 1/4πε0 K എന്ന് എഴുതിയിട്ട് എന്ത് എഴുതാം? K × 200 ഡിവൈഡഡ് ബൈ r² എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായോ? അടിപൊളിയായി മനസ്സിലായില്ല? അന്തസ്സായി മനസ്സിലായില്ലടാ? സെറ്റല്ലേ? യെസ്. ആരോ ജോസു 2F എന്ന് കമൻറ്റ് ചെയ്യുന്നത് തെറ്റാണ് അനിയ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. സോ F = K × 200 ഡിവൈഡ് ബൈ r² എന്ന് കിട്ടി. ഇതാണ് ഫസ്റ്റ് കണ്ടീഷനുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് കണ്ടീഷൻ അവരെന്താ പറയുന്നത് മക്കളെ? ഒന്ന് ശ്രദ്ധിക്കടാ. ഇഫ് ദേ ബ്രോട്ട് ഇൻ കോൺടാക്ട് ആൻഡ് ദെൻ സെപ്പറേറ്റഡ്. അവ കോൺടാക്ട്, 2 ചാർജുകളും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കടാ. ഇവിടെ എത്രയാണ്? 10 മൈക്രോകൂളംബും -20 മൈക്രോകൂളംബുമാണ്. ഇവ കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ 2 ചാർജുകളും തമ്മിൽ അഡിക്റ്റിവിറ്റി ടേംസിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് മക്കളെ സംഭവിക്കുക? എല്ലാവരും ഒന്ന് പറയണം. യെസ്, 10 മൈക്രോകൂളംബും അതുപോലെ തന്നെ പ്ലസ് -20 മൈക്രോകൂളംബുമാണ്, സംശയമില്ല. സോ എഫക്റ്റീവ് നെറ്റ് ചാർജ് എന്തായിട്ട് വരും? -10 മൈക്രോകൂളംബായിട്ട് മാറും. നമുക്കറിയാം അക്കോർഡിംഗ് ടു അഡിക്റ്റിവിറ്റി ഓഫ് ചാർജസ്. സോ അപ്പോൾ കിട്ടുന്ന ചാർജ്, നെറ്റ് ചാർജ് എന്തായിട്ട് മാറും? -10 മൈക്രോകൂളംബാണ്. ആ ചാർജിനെ എഗെയിൻ 2ആയി സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ ചാർജിനെ എഗെയിൻ 2ആയി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണം എത്രയായിരിക്കും വരിക? -5 മൈക്രോകൂളംബും അടുത്തത് -5 മൈക്രോകൂളംബും ആയിരിക്കും. സംശയമില്ലാലോ? ആർക്കും തന്നെ സംശയമില്ലാലോ? ഇവ എത്ര ദൂരം അകലെയായിരിക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക? അവരത് എടുത്തു പറയുന്നുണ്ട്. എത്ര ദൂരം അകലെയാണ്? r/2 ഡിസ്റ്റൻസിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് r/2. ആ സന്ദർഭത്തിലുള്ള ഫോഴ്സിന് നമുക്ക് എന്ത് പറയാം? ആ സന്ദർഭത്തിലുള്ള ഫോഴ്സ് ആണ് യെസ് പുതിയ ഫോഴ്സ്. അപ്പോൾ F' എന്ന് കൊടുക്കാം. ആ സിറ്റുവേഷനുള്ള ഫോഴ്സിന് എന്ത് പറയാം? F' അഥവാ പുതിയ ഫോഴ്സ്. അത് കണ്ടുപിടിക്കാം. നിസ്സാരമാണ് മക്കളെ. നോക്കടാ. F' = 1/4πε0 5 × 5 ഡിവൈഡഡ് ബൈ r/2 ഹോൾ സ്ക്വയർ എന്ന് വരും. which will be equal to 1/4πε0 25 divided by r²/4. 4 മുകളിലോട്ട് കൊണ്ടുപോവാണ്. സോ F' = 1/4πε0 എന്ത് വരും? 100. യെസ്, 100 ഡിവൈഡഡ് ബൈ, ശ്രദ്ധിക്കടാ, 100 ഡിവൈഡഡ് ബൈ എന്ത് വരും? r² എന്ന് വരും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? 1/4πε K കൊടുത്താൽ K × 100 ഡിവൈഡ് ബൈ എന്ത് വരും? r² എന്ന് വരും. ഇക്വേഷൻ നമ്പർ 2 ആണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സോ F' എന്ന് പറഞ്ഞാൽ K × 100 ബൈ r², F എന്ന് പറഞ്ഞാൽ K × 200 ബൈ r² ആണ്.
സോ എങ്ങനെ എഴുതാം? സോ വളരെ വളരെ ലളിതമായിട്ട് നമുക്ക് ആ ഫൈനൽ ഇക്വേഷനിലോട്ട് വരാം മക്കളെ, ശ്രദ്ധിക്കടാ. സോ എഫ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് എഫ് ഡാഷ് എന്ന് വരും, ഓർ എഫ് ഡാഷ് ഈക്വൽ ടു എന്ത് വരും? F/2 എന്ന് വരും. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? എഫ് ഡാഷ് ഈക്വൽ ടു F/2 എന്ന് വരും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് മനസ്സിലാക്കണം. റെഡിയല്ലേ? എല്ലാവർക്കും മനസ്സിലായി? എടാ -200 അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എടാ ഈ പറയുന്ന മൈനസ് സൈനിന് പ്രാധാന്യമില്ല. എന്താണ് കൂളംസ് ലോ പറയുന്നത്? കൂളംസ് ലോ പറയുന്നത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു ചാർജസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആണ് പറയുന്നത്. ശരിയല്ലേ? അവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജിന്റെ പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. രണ്ടും അൺലൈക്ക് ചാർജുകളാണെങ്കിൽ അട്രാക്ട് ചെയ്യും, ആ ഫോഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കും. രണ്ടും ലൈക്ക് ചാർജുകളാണെങ്കിൽ അവിടെ റിപ്പൽ ചെയ്യും. അവിടെ നമ്മൾ ഈ മൈനസോ പ്ലസോ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ മൈക്രോ കുളമ്പ് കൺസിഡർ ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണ്? ഇവിടെ എത്ര ടൈംസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, മൈക്രോ കുളമ്പ് എഴുതിയിട്ടും കാര്യമില്ല. അതായത് കൂളമ്പിലോട്ട് × 10⁻⁶ ചെയ്തിട്ടും കാര്യമില്ല. ക്ലിഞ്ചൻ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ എല്ലാവരും ക്ലിഞ്ചൻ മെസ്സേജ് ഇടാവോ? ഈ പറയുന്ന ചോദ്യം വൃത്തിയായി അന്തസ്സായി കോൺഫിഡൻ്റ് ആയി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ എല്ലാവരും പറയാവോ? ലൈക്ക് ചെയ്യാത്ത മുഴുവൻ മക്കളും ലൈക്ക് ചെയ്യാവോ? എനിക്കൊരു 4K ലൈക്ക് തരാവോ? 4000 ലൈക്ക് നിങ്ങൾ എനിക്ക് എത്തിച്ചു തരാവോ? നിങ്ങൾ തന്നെ ചെയ്യണം, വേറെ ആരും എനിക്ക് എത്തിക്കാനൊന്നുമില്ല. സോ എല്ലാവരും കൂടി എനിക്കൊരു 4000 ലൈക്ക് എത്തിച്ചു തരാവോടാ. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എങ്കിൽ മാത്രം നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട്. യെസ്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ക്വസ്റ്റനാണ്, അടിപൊളി ചോദ്യമാണ്, ശ്രദ്ധിക്കണം. 2 ചാർജസ് 1 മൈക്രോ കൂളമ്പും 4 മൈക്രോ കൂളമ്പുമാണ് 2 ചാർജുകൾ എന്ന് പറയുന്നത്. ആ 2 ചാർജുകൾ എത്ര ദൂരത്താണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? 10 സെൻറ്റിമീറ്റർ അകലത്തിലാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്കിടയിൽ ഏത് പോയിന്റിലാണ് മൂന്നാമതൊരു ചാർജിനെ കൊണ്ടുപോയി വെച്ചാൽ ആ ചാർജ് ഇക്വിലിബ്രിയത്തിലായിരിക്കുക, അല്ലെങ്കിൽ ആ ചാർജിന് നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കുക എന്നതാണ് ചോദ്യം. റൈറ്റ്, നമുക്ക് നോക്കാം. നിസ്സാരമായിട്ടാണ് നോക്കാം, ശ്രദ്ധിക്കടാ. സോ 2 ചാർജുകൾ നമുക്ക് എടുക്കാം. 1 മൈക്രോ കൂളമ്പ് ഓർ എൽസ് 1 × 10⁻⁶ കൂളമ്പ്. അടുത്ത ചാർജ് 4 മൈക്രോ കൂളമ്പ് അല്ലെങ്കിൽ 4 × 10⁻⁶ കൂളമ്പ്. ഇവ തമ്മിലുള്ള അകലം എത്രയാണെന്നാണ് പറയുന്നത്? 10 സെൻറ്റിമീറ്റർ ആണ് പറയുന്നുണ്ട്. ഓക്കെ, ദീസ് 2 ചാർജസ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 10 സെൻറ്റിമീറ്റർ. മനസ്സിലാവുന്നുണ്ടല്ലോടാ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റൈറ്റ്, ഫൈൻ. ഓക്കെ, 10 സെൻറ്റിമീറ്റർ ആണ്. ഈ ചാർജുകൾക്കിടയിൽ എവിടെ വെച്ചാലാണ് നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കുക, ഇക്വിലിബ്രിയത്തിലായിരിക്കുക. അപ്പോൾ ഞാനൊരു ടെസ്റ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവന്നു. Q ആണ്, അല്ലെ Q0 ആണ് ടെസ്റ്റ് പോസിറ്റീവ് ചാർജ്. Q or Q0 വാട്ട് എവർ ഇറ്റ് മേ ബി. സോ Q ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. ആ ചാർജിനെ കൊണ്ടുവന്നു. നടുവിൽ വെച്ചാൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അല്ല, കാരണം നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം ഇവൻ്റെ എത്രയാണ്? ഇവൻ്റെ 4 മൈക്രോ കൂളമ്പാണ്, സംശയമില്ല. സോ 4 മൈക്രോ കൂളമ്പ് കൊടുക്കുന്ന റിപ്പൾസീവ് ഫോഴ്സ് ഇതിനേക്കാളും കുറവായിരിക്കും. റൈറ്റ്, കാരണം ഇവിടെ മാഗ്നിറ്റ്യൂഡ് കൂടിയത് കൊണ്ട് തന്നെ ഇവൻ കൊടുക്കുന്ന റിപ്പൾസീവ് ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇവൻ്റെ റിപ്പൾസീവ് ഫോഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? യെസ്, ഇവെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും പ്ലേസ് ചെയ്യേണ്ടത് മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ ചാർജിൻ്റെ അടുത്താണ്. സോ ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഈ ഡിസ്റ്റൻസിനെ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മക്കളെ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അതായത് 1 മൈക്രോ കൂളമ്പും ക്യൂവും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ക്യൂവും 4 മൈക്രോ കൂളമ്പും തമ്മിലുള്ള അകലം എത്രയായിരിക്കും? ഒരു സംശയം വേണ്ട, ടോട്ടൽ 10 അല്ലേ? സോ എന്ത് വരും? 10 - x സെൻറ്റിമീറ്റർ എന്ന് വരും. 10 - x. ഇത്രയും കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലാകും, ഒരു തരി സംശയമില്ലാലോ. ഇനി നമുക്ക് 2 ഫോഴ്സുകളും ഇൻഡിവിജ്വലി കണ്ടുപിടിക്കാം. F1 എന്ന് പറഞ്ഞാൽ 1 മൈക്രോ കൂളമ്പ് ക്യൂവിൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ്. സോ F1 എഴുതുവാണ്. F1 = 1/4πε0. 1 മൈക്രോ കൂളമ്പ് അല്ലേ? സോ 1 × 10⁻⁶ × Q ഡിവൈഡ് ബൈ ദൂരം എത്രയാണ്? x² ആണ്. ഇക്വേഷൻ നമ്പർ എത്രയായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. സെക്കൻഡ് കണ്ടീഷൻ F2 എന്ന് പറയുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 4 മൈക്രോ കൂളമ്പ് ക്യൂവിൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ്. സോ 1/4πε0 4 × 10⁻⁶ × Q ഡിവൈഡ് ബൈ എന്ത് വരും? x². ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 2. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഈ 2 ഫോഴ്സും ഈക്വൽ ആവുമ്പോഴാണ്, ഈ 2 റിപ്പൾസീവ് ഫോഴ്സും ഈക്വൽ ആവുമ്പോഴാണ് ആ ചാർജിൻ്റെ നെറ്റ് ഫോഴ്സ് എന്താവുക? 0 ആവുക. എന്നെ 2 വശത്തു നിന്നും ഒരുപോലെ റിപ്പൽ ചെയ്യുമ്പോഴാണ് എന്നിൽ ആക്ട് ചെയ്യുന്ന റിപ്പൾസീവ് ഫോഴ്സ് നെറ്റ് ഫോഴ്സ് എന്തായിട്ട് മാറുക? 0 ആയിട്ട് മാറുക. സോ F1 = F2 ആണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ F1 will be equal to F2 ആവണം. സോ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാണ് മക്കളെ. സോ 1/4πε0 1 × 10⁻⁶ × Q ഡിവൈഡഡ് ബൈ x² എന്തിന് ഈക്വൽ ആയിരിക്കണം? 1/4πε0 4 × 10⁻⁶ × Q ഡിവൈഡഡ് ബൈ യെസ്. ഇവിടെ ചെറിയൊരു പ്രശ്നം പറ്റി, കാരണം രണ്ടാമത്തേൽ എക്സ് അല്ല, രണ്ടാമത്തേൽ എന്താണ്? 10 - x ആണ്. സോ 10 - x ഹോൾ സ്ക്വയർ. എനിക്കറിയാം, അത് പലരും കമൻറ്റ് ചെയ്യുന്നുണ്ടാവും. യെസ്, 10 - x ഹോൾ സ്ക്വയർ. സോ 10 - x ഹോൾ സ്ക്വയർ. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കോമൺ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യാം. 1/4πε0 Q ക്യാൻസൽ ചെയ്തു, 10⁻⁻⁶ ഒക്കെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്താണ് മക്കളെ നമുക്ക് കിട്ടുന്നതെന്ന് ശ്രദ്ധിച്ചാടാ. 1/x² = 4 ഡിവൈഡഡ് ബൈ
10 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. രണ്ട് സൈഡും റൂട്ട് എടുക്കുവാണ്. സോ 1/x ഈക്വൽ എന്ത് വരും? 2 ഡിവൈഡഡ് ബൈ 10 മൈനസ് എക്സ് എന്ന് വരും. ക്രോസ് ചെയ്യുവാണ്. സോ 10 മൈനസ് എക്സ് ഈക്വൽ ടു എന്ത് വരും? ബ്രാക്കറ്റ് ഒന്നും വേണ്ട. 10 മൈനസ് എക്സ് ഈക്വൽ എന്ത് വരും? 2x എന്ന് വരും. എക്സിന് അങ്ങോട്ട് എടുക്കുവാണ്. സോ 10 ഈക്വൽ എന്ത് വരും? 3x എന്ന് വരും. സോ എക്സ് ഈക്വൽ എന്ത് വരും? 10/3 സെൻറ്റിമീറ്റർ എന്ന് വരും. എക്സ് എത്രയാണ് മക്കളെ കിട്ടുക? 10/3 സെൻറ്റിമീറ്റർ. അടിപൊളിയായി മനസ്സിലായില്ലേ? അന്തസ്സായി മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? യെസ്, എല്ലാവർക്കും കാര്യം മനസ്സിലായോടാ? ഒരു തരി സംശയമില്ലല്ലോ? അടിപൊളിയായി മനസ്സിലായില്ലേ? യെസ്, 10/3 സെൻറ്റിമീറ്റർ, 3.33. ഓക്കെ ഫൈൻ, ദാറ്റ്സ് റൈറ്റ്. അടിപൊളിയായി മനസ്സിലായി വിചാരിക്കുന്നു. കൺസെപ്റ്റ് സ്ട്രോങ് ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എങ്കിൽ മക്കളെ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എല്ലാവരും റെഡിയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇനിയും കുറേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. എല്ലാം നമ്മൾ ഉഷാറായി ചെയ്യാൻ പോവാണ്. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. സെൻറ്റിമീറ്റർ മതിയോ? തീർച്ചയായും നമുക്ക് ചോദ്യത്തിനകത്ത് സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ സെൻറ്റിമീറ്റർ എഴുതിയാൽ മതി. ഓപ്ഷണൽ ക്വസ്റ്റൻ ആണെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് കൺവേർട്ട് ചെയ്ത് മോഡിഫൈ ചെയ്ത് എഴുതുക കേട്ടോ. ഓപ്ഷൻ എന്താണോ ഏത് യൂണിറ്റിലാണോ ഉള്ളത് അതിനനുസരിച്ചൊന്ന് മാറ്റി എഴുതുക കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ ആണോടാ? ഓക്കെ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി ഇടാവോ? എല്ലാവരും ചാറ്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി ഇടാവോ? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം ഇതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയ ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്. ശ്രദ്ധിക്കടാ. എ പോയിന്റ് ചാർജ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് ഓഫ് എ സ്മോൾ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ പോയിന്റിലാണ് ആര് ഇരിപ്പുള്ളത്? ഒരു ഇലക്ട്രിക് ചാർജ് ഇരിപ്പുള്ളത്. അറ്റ് എ ലാർജ് ഡിസ്റ്റൻസ് ഫ്രം ഇറ്റ് ദ ചാർജ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് എഫ്. അപ്പോൾ ആ ചാർജ്, ആ ഡൈപോൾ മൂലം ആ പറയുന്ന ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ആണെന്ന് പറയുന്നു. ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ചാർജ് ഈസ് ഡബിൾഡ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ് വിൽ ബിക്കം. അതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ആദ്യം ഒരു ഡൈപോൾ ഉണ്ട്. ആ ഡൈപോളിൽ നിന്ന് സെർട്ടൈൻ ഡിസ്റ്റൻസ് അകലെ ആരിയ്രിപ്പുണ്ട്? എത്രയോ ദൂരം അകലെ ഈ പറയുന്ന ഒരു ചാർജ് ഇരിപ്പുണ്ട് എന്ന് വിചാരിക്കുക. ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണെന്ന് വിചാരിക്കുക. സോ ആ ഡിസ്റ്റൻസ് ഇരട്ടിയായി കഴിഞ്ഞാൽ ഫോഴ്സിൽ എന്തു മാറ്റമാണ് സംഭവിക്കുക? ഇനീഷ്യൽ ഫോഴ്സിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എഫ് ഈക്വൽ എന്താണ്? QE ആണ്. സംശയമില്ല ആരോടാ? ആർക്കും സംശയമില്ല. സോ ആദ്യത്തെ ഫോഴ്സ് എഫ് ആണ്. സോ എഫ് ഈക്വൽ ചാർജ് എന്താണ്? Q തന്നെ കൊടുക്കാം. ഈ എന്താണ് മക്കളെ? ഡൈപോൾ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിനനുസരിച്ച് ആക്സിയൽ പോയിന്റ് എന്താണ്? 1/4πε0 2p/r³ ആണ്. സംശയമില്ലല്ലോ? ആർക്കും സംശയമില്ലല്ലോ? ഇതാണ് 2p/r³. ഇക്വേഷൻ നമ്പർ 1. അടിപൊളിയായി മനസ്സിലായില്ലേ? സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഇരട്ടിയാക്കി എന്നാണ് പറയുന്നത്. ഡിസ്റ്റൻസ് എന്തായിട്ട് മാറ്റി മക്കളെ? ഇരട്ടിയാക്കി. അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് അടുത്തതിൽ എന്തായിരിക്കും വരിക? 2r ആക്കി മാറ്റി എന്നാണ് പറയുന്നത്. റൈറ്റ്, ആ രീതിയിൽ തന്നെ മനസ്സിലാക്കാം. ശ്രദ്ധിക്കണം. സോ എഫ് ഡാഷ് വിൽ ബി ഈക്വൽ ടു QE ആണ്. സോ Q ഇൻറ്റു എന്ത് വരും? 1/4πε0 2p എന്ത് വരും? 2r³ എന്ന് വരും. ശരിയല്ല? 2r³ എന്ന് വരും. സോ എഫ് ഡാഷ് വിൽ ബി ഈക്വൽ ടു Q ഇൻറ്റു 1/4πε0 2p ഡിവൈഡ് ബൈ 2r എത്രയാണ് മക്കളെ? 2r² എത്രയാണ്? 2 ക്യൂബ് 8 ആണ്. സോ 8r³ എന്ന് വരും. സോ എഫ് ഡാഷ് ഈക്വൽ ടു 1/8 ഞാൻ കോമൺലി പുറത്തെടുക്കുവാണ്. ബാക്കിയുള്ളത് എന്താണ്? Q ഇൻറ്റു 1/4πε0 2p/r³ എന്ന് വരും. നമുക്കറിയാം ഈ പെട്ടിക്കുള്ളിൽ ഇട്ടിരിക്കുന്ന കാശാൻ ആരാണ്? അത് അവൻ എഫ് ആണ്. സോ ഗൈസ് വി ക്യാൻ സിംപ്ലി റൈറ്റ് എഫ് ഡാഷ് ഈക്വൽ ടു f/8 അല്ലെങ്കിൽ 1/8 ഇൻറ്റു എഫ് എന്ന് വരും. ദാറ്റ് ഈസ് f/8. അടിപൊളിയായി മനസ്സിലായില്ലേ? അന്തസ്സായി മനസ്സിലായി. സോ ഓപ്ഷൻ ഡി ഈസ് അവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മൾ എന്തെന്ന് പറയുക? ശരിയായ ഉത്തരം എന്ന് പറയുക. വൃത്തിയായി മനസ്സിലായോടാ? എൻ്റെ മക്കൾക്ക് കോൺഫിഡൻ്റ് ആയി മനസ്സിലായോടാ? 2f എന്ന് ആരൊക്കെയോ പറയുന്നത്. അല്ലടാ, എപ്ലിക്സ് അല്ല മോനെ, അല്ല. എനിക്ക് കുറച്ച് വെള്ളം വേണമല്ലോ. ഞാൻ വെള്ളത്തിന് പറഞ്ഞിട്ട് വരാം. ഒരു സെക്കൻഡടാ. കുറച്ച് തണ്ണി കുടിക്കരുത്. പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് റെഡി? ഓക്കെ മക്കളെ, സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് ഇറങ്ങാം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഡെറിവേഷനാണ്. ചോദ്യ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള ഡെറിവേഷനാണ്. ഇനി കുറച്ച് ഡെറിവേഷൻസ് നമുക്ക് സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. ആ ഡെറിവേഷൻസിലോട്ടാണ് കടക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കടാ. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വിറ്റോറിയൽ ലൈൻ ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ. കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ഈ പറയുന്ന ചോദ്യം, നന്ദിയുണ്ട്, കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ഈ പറയുന്ന ഇക്വിറ്റോറിയൽ ലൈൻ്റെ ഡെറിവേഷൻ കാണാൻ സാധിക്കൂലേ? യെസ്, തീർച്ചയായും കാണാൻ സാധിക്കും. ഇന്ന് ഞാൻ കുറേ കണ്ടതാണ്. അതുകൊണ്ടാണ് ഇക്വിറ്റോറിയൽ ലൈൻ്റെ ഡെറിവേഷൻ എടുക്കുന്നത്. കുറേ എല്ലാ ഡെറിവേഷനും നമ്മൾ ഇന്ന് ചെയ്യും. പേടിക്കണം. എന്തൊരാശ്വാസം. മക്കളെ അപ്പോൾ കിടക്കാം. റെഡി അല്ലേ? ഓക്കെ. ജയ് മഹിഷ്മതി. യെസ്, ജയ് മഹിഷ്മതി. ബാ ചോദ്യം ഇത്ര. ഇക്വിറ്റോറിയലിൻ്റെ പടം വരയ്ക്കാൻ അറിയണം മകനെ.
രണ്ട് ചാർജുകൾ -q അതുപോലെ തന്നെ +q എന്ന് പറയുന്ന രണ്ട് ചാർജുകൾ 2a എന്ന് പറയുന്ന ദൂരത്തിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അതാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാലോ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുക. ഈ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വിറ്റോറിയൽ പോയിന്റിലുള്ള നേരെ മുകളിൽ മണ്ടയ്ക്കുള്ളൊരു പോയിന്റാണ് ഇക്വിറ്റോറിയൽ പോയിന്റ് എന്ന് പറയുക. ഈ ഇക്വിറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അത് മനസ്സിലാക്കുക. ഡൈപോളിൻ്റെ നീളം 2a ആണ്. സോ അതിനെ ഞാൻ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഇത് a ആക്കി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ +q-ൽ നിന്ന് p വരെയുള്ള ദൂരം നമുക്ക് എത്രയായിട്ട് എടുക്കാം, x ആയിട്ട് എടുക്കാം. +q-ൽ നിന്ന് p വരെയുള്ള ദൂരം എത്രയായിട്ട് എടുത്തു, x ആയിട്ട് എടുത്തു. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ചാർജ് മൂലം പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് E1 എന്ന് പറയുന്നത്. ഞാൻ അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ മക്കളെ. ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇതാ നോക്കിക്കേ, ഇതാണ് E1 എന്ന് പറയുന്നത്. സിമിലർ വേ ഈ പറയുന്ന പിയിൽ നെഗറ്റീവ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് ഞാൻ എന്തായിട്ട് എടുക്കുന്നത്, E2 ആയിട്ട് എടുക്കുന്നത്. അതും ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുവാണ്, ശ്രദ്ധിക്കണം. യെസ്, ദിസ് വൺ ഈസ് E2. അടിപൊളിയായിട്ട് കാര്യം മനസ്സിലായോ? E1 E2 മനസ്സിലായില്ലേ? അതുപോലെ തന്നെ പിയിൽ നിന്ന് +q-വിലോട്ടുള്ള ദൂരവും പിയിൽ നിന്ന് -q-വിലോട്ടുള്ള ദൂരവും സെയിം ആണ്. അത് എത്ര തന്നെയാണ്, അത് x തന്നെയാണ്. അത് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. റെഡിയല്ലേ? ഫൈൻ. ഇനി നമുക്ക് നമ്മുടെ ഡെറിവേഷനിലോട്ട് കിടക്കാം. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു ആംഗിൾ തീറ്റയായിരിക്കും, അതുപോലെ ഈ ഒരു ആംഗിൾ തീറ്റയാണ്. റെഡി? ആ ആംഗിളിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന കാര്യം ഞാൻ ഇപ്പോൾ സിംപ്ലി പറഞ്ഞുതരാം. ഇങ്ങനെ നമ്മളൊരു വര വരയ്ക്കുവാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും, എല്ലാവരും പറയടാ. ഈ ആംഗിളും തീറ്റയായിരിക്കും, ഈ ആംഗിളും എത്രയായിരിക്കും, തീറ്റയായിരിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് എടുത്തു പറയുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ വേണം, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. റൈറ്റ്? ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. സോ ഈ ഒരു ട്രയാങ്കിൾ എടുത്തേടാ, ഈ ഒരു ട്രയാങ്കിൾ എടുത്തേ. എക്സ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ആണ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ x² = എന്തെഴുതാം, a² + r² എന്ന് എഴുതാം. ശരിയല്ലേ? a² + r². സോ x = എന്ത് വരിക, √a² + r² എന്ന് എഴുതാം. ഓറൽസ് x = a² + r² ഹോൾ പവർ ഓഫ് 1/2 എന്ന് എഴുതാം. ഇതിന് ആദ്യത്തെ ഇക്വേഷനാക്കി കൊടുക്കാം. ആവശ്യമുണ്ട്. ഇതിന് ഞാൻ ആദ്യത്തെ ഇക്വേഷനായി കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യമുണ്ട്. സിമിലർ വേ അടുത്തതായിട്ട് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നു. അതും നമുക്ക് ആവശ്യമുള്ള പാരാമീറ്ററാണ് കോസ് തീറ്റ. മകളെ, കോസ് തീറ്റ എന്ത് വരും, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ എന്ത് വരും, a/x എന്ന് വരും. ദാറ്റ് ഈസ് കോസ് തീറ്റ = a എന്താണ്, a. അതുപോലെ തന്നെ x എന്താ മക്കളെ, x എന്ന് പറഞ്ഞാൽ a² + r² ഹോൾ പവർ ഓഫ് 1/2. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വഴിയേ ആവശ്യം വരും. ഞാനത് പറഞ്ഞു തരാം. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇത് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ആർക്കും തന്നെ സംശയമില്ലാലോ? അഥവാ ഈ പറയുന്ന x കണ്ടുപിടിച്ചു, കോസ് തീറ്റ കണ്ടുപിടിച്ചു, ഒരു സംശയവുമില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ശ്രദ്ധിക്കടാ, എല്ലാവരും ശ്രദ്ധിക്കുക. രണ്ട് ചാർജുകൾ മൂലമുള്ള രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ആദ്യം E1 = എന്താണ്, 1/4πε0 q ഡിവൈഡഡ് ബൈ ദൂരം എത്രയാണ്, x² ആണ് വരിക. x² സ്ഥാനത്ത് എന്താ വരിക, a² + r² ആണ് വരിക. ഡിനോമിനേറ്ററിൽ x² അല്ലേ, അതിൻ്റെ സ്ഥാനത്ത് a² + r² ആണ് വരിക. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ ഇവിടെ നിന്ന് എങ്ങോട്ടാണ്? ഇവന്മാർക്കൊക്കെ നമുക്ക് ഓരോ പേര് കൊടുത്താലോടാ. എ കൊടുക്കാം, ഇവന് ബി കൊടുക്കാം. സോ എലോങ് എന്താണ്, എലോങ് BP അല്ലേ ഡയറക്ഷൻ. നോക്കിക്കേ, E1 ഡയറക്ഷൻ എങ്ങനെയാണ്, എലോങ് BP, ബിയിൽ നിന്ന് പിയിലോട്ടാണ്. സോ എലോങ് BP. സോ എലോങ്, ശ്രദ്ധിക്കുക, എലോങ് BP, ഇക്വേഷൻ നമ്പർ 1. സിമിലർ വേ അടുത്തത് E2 = എന്ത് വരും, 1/4πε0 q ഡിവൈഡഡ് ബൈ a² + r² തന്നെയാണ്. ഡിസ്റ്റൻസ് മാറ്റം ഉണ്ടോടാ? ഈ ചാർജിൽ നിന്ന് ഈ പിയിലോട്ടുള്ള ദൂരം സെയിം തന്നെയാണ്, രണ്ടും x തന്നെയാണ്. സോ മാറ്റമില്ല. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ മാറും. പിയിൽ നിന്ന് എയിലോട്ടാണ്. സോ ആ ഡയറക്ഷനിൽ മാറ്റമുണ്ട്. സോ എലോങ് PA എന്ന് വരും. ഇക്വേഷൻ നമ്പർ എത്രയാണ്, ഇക്വേഷൻ നമ്പർ 2 ആണ്. അടിപൊളിയായി മനസ്സിലായില്ലേ, അന്തസ്സായി മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായില്ലേ? റൈറ്റ്. ഇനി അടുത്തത് നിങ്ങൾക്ക് തന്നെ അറിയാം. അതായത് ഇവിടെ E1-ൻ്റെയും അതുപോലെ തന്നെ E2-ൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. തർക്കമില്ലാലോ? ആർക്കും തർക്കമില്ലാലോ? രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലാലോ? അതിനെ ജനറലി ഞാൻ എന്തായിട്ട് കൊടുക്കുന്നു, E1 ആയിട്ട് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ടേക്കൺ ആസ് E1. ഇക്വേഷൻ നമ്പർ എത്രയാണ്, ഇക്വേഷൻ നമ്പർ 3. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായോ? എല്ലാത്തിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ജനറലി ഞാൻ എന്തായിട്ട് കൊടുക്കുവാണ്, E1 ആയിട്ട് കൊടുക്കുവാണ്. ഇക്വേഷൻ നമ്പർ 3 ആണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. റെഡി? ഫൈൻ. ഓക്കെ. അടുത്ത ശ്രദ്ധിക്കടാ, ഈ പറയുന്ന രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഞാനൊന്ന് റിസോൾവ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണെടാ. ഫൈൻ. സോ അവിടെ വരച്ച അതേ കാര്യം തന്നെയാണ് റിസോൾവ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം കാര്യം മനസ്സിലാവും. ഫൈൻ. ഓക്കെ, ഫൈൻ. ഇതേതാണ്, ഇത് E1 ആണ്, സംശയമില്ല. ഇത് E2 ആണ്, അതിലും നിങ്ങൾക്ക് സംശയമില്ല. ഞാനതിനെ കുറേ കൂടി കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. യെസ്, കുറേ കൂടി കമ്പോണൻസ് ആക്കി നമുക്ക് അവനെ സ്പ്ലിറ്റ് ചെയ്യാം. ഫൈൻ. റെഡി.
ഫൈൻ. ഓക്കെ റെഡി. E1 E2 ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അവയുടെ കമ്പോണൻസും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. റെഡി. ഇത് E1 ഇത് E2 റൈറ്റ്. ഇപ്പം പറയാൻ ഞാൻ കുറച്ചുകൂടി കമ്പോണൻസ് ആക്കി മാറ്റിക്കോട്ടെ. അതിൻ്റെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആക്കി മാറ്റിക്കോട്ടെ. സംശയമില്ലല്ലോ. ഈ ആംഗിളും തീറ്റയാണ്, ഈ ആംഗിളും തീറ്റയാണ്. എങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ? സംശയമില്ല. ഇത് E1 കോസ് തീറ്റയാണ്, ഇത് E2 കോസ് തീറ്റയാണ്, ഇത് E1 സൈൻ തീറ്റയാണ്, ഇത് E2 സൈൻ തീറ്റയാണ്. അടിപൊളിയായി മനസ്സിലായി, അന്തസ്സായി മനസ്സിലായി. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യം നിസ്സാരമായി മനസ്സിലായി മക്കളെ. ഇനി നിങ്ങളൊരു കാര്യം ആലോചിക്കുക, എല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഈ E1 E2 സെയിം മാഗ്നിറ്റ്യൂഡും ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനും ആയതുകൊണ്ട് അവന്മാർ ക്യാൻസൽ ആയിപ്പോയി. പിന്നെ അവിടെ ബാക്കിയുള്ളത് ആര് മാത്രമേ ഉള്ളൂ മക്കളെ? ശ്രദ്ധിക്കടാ. ഈ ഈക്വൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈക്വൽ എന്ത് എഴുതാം? E1 കോസ് തീറ്റ പ്ലസ് E2 കോസ് തീറ്റ. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 4 ആണ്. നമുക്കറിയാം E1 E2 സെയിം ആണ്. സോ ഈ ഈക്വൽ എന്ത് എഴുതാം? 2E1 കോസ് തീറ്റ എന്ന് എഴുതാം. ഈക്വൽ ടു 2E1 കോസ് തീറ്റ. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായിട്ട് നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്. ഡയറക്റ്റായി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഒന്ന് ശ്രദ്ധിക്കടാ. സോ ഈക്വൽ ടു 2 ഇൻറ്റു E1 എന്താണ്? 1/4πε0 എന്താണ് മക്കളെ? Q ഡിവൈഡഡ് ബൈ A സ്ക്വയർ പ്ലസ് R സ്ക്വയർ. Q ഡിവൈഡഡ് ബൈ A സ്ക്വയർ പ്ലസ് R സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ എന്താ പറഞ്ഞതെന്ന് നോക്കടാ. കോസ് തീറ്റ ആയിക്കോട്ടെ A ഡിവൈഡഡ് ബൈ A സ്ക്വയർ പ്ലസ് R സ്ക്വയർ ഹോൾ പവർ ഓഫ് 1/2. A ഡിവൈഡഡ് ബൈ A സ്ക്വയർ പ്ലസ് R സ്ക്വയർ ഹോൾ പവർ ഓഫ് 1/2. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ ഇത് നമുക്ക് 5 ആയിട്ട് കൊടുക്കാം. സോ ദിസ് വൺ ഈസ് ഇക്വേഷൻ നമ്പർ 6. ഇനി ഒന്ന് ശ്രദ്ധിച്ചാടാ, ഈ രണ്ട് ടേംസിൻ്റെയും ബേസ് സെയിം ആണ്. സോ പവേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. സോ ഈക്വൽ ടു 1/4πε0 2AQ, അതിനെ ഒരുമിച്ച് എഴുതുവാണ് 2AQ ഡിവൈഡഡ് ബൈ A സ്ക്വയർ പ്ലസ് R സ്ക്വയർ ഹോൾ പവർ ഓഫ് എന്ത് വരും? ഇതിൻ്റെ പവർ 1 ആണ്, ഒന്നുമില്ലെങ്കിൽ 1, അത് 1/2 ആണ്. അപ്പോൾ എന്ത് വരും? 3/2. ഇക്വേഷൻ നമ്പർ എത്രയാണ് മക്കളെ? ഇക്വേഷൻ നമ്പർ 7 ആണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? അടിപൊളിയായി മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ എനിക്ക് പറഞ്ഞതാടാ, എന്താണ് 2AQ എന്ന് പറഞ്ഞാൽ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് 2AQ എന്ന് പറഞ്ഞാൽ? എല്ലാവരും പറ. 2AQ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ മക്കൾ എല്ലാവരും പറ. ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ലൈക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉത്തരം പറയണം. എന്താണ് 2AQ എന്ന് പറഞ്ഞാൽ? കമോൺ, എന്താണ് 2AQ എന്ന് പറഞ്ഞാൽ? ഒരു സംശയവും വേണ്ട. 2AQ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ് P ആണ്. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിൻ്റെ യൂണിറ്റ് കൂളം മീറ്റർ ആണ്. അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ് ആണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് P ആണ് എന്ന കാര്യം മാത്രം നിങ്ങൾ ഇവിടെ അറിഞ്ഞു വെച്ചാൽ മതി. റീപ്ലേസ് ചെയ്യുവാണ്. സോ ഈക്വൽ ടു 1/4πε0 എന്ത് വരും? P ഡിവൈഡഡ് ബൈ A സ്ക്വയർ പ്ലസ് R സ്ക്വയർ ഹോൾ പവർ ഓഫ് 3/2. ഇക്വേഷൻ നമ്പർ എത്രയാണ്? 8 ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ നോക്കണം. യെസ്, ഈ പറയുന്ന A എന്ന് പറഞ്ഞാൽ ആറിനേക്കാളും തീരെ കുറവാണ്. സോ വി ക്യാൻ നെഗ്ലക്റ്റ് എനെ നമ്മൾ ഒഴിവാക്കി കളയാൻ പോവാണ്. സോ ഈക്വൽ ടു 1/4πε0 P ഡിവൈഡഡ് ബൈ R സ്ക്വയർ ഹോൾ പവർ ഓഫ് 3/2. ഇവിടെ നോക്കടാ, 2 ഞാൻ ക്യാൻസൽ ചെയ്തു. പിന്നെ എന്താ ഉള്ളത്? R³ മാത്രമേ ഉള്ളൂ. ഇത് ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 9 ആണ്. ദാറ്റ്സ് ഇറ്റ്. അതോടുകൂടി ഫൈനൽ ആൻസറിലോട് നമ്മൾ എത്തുവാണ്. ശ്രദ്ധിക്കടാ മക്കളെ. സോ ഈക്വൽ ടു 1/4πε0 P ഡിവൈഡഡ് ബൈ R³ ഇത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ കൂടി എഴുതണം. ഞാനിവിടെ വരച്ചത് പ്രകാരം നിങ്ങൾക്ക് ഡയറക്ഷൻ മനസ്സിലാക്കാം. ഏത് ഡയറക്ഷനിലാണ്? യെസ്, ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഇൻ ദിസ് ഡയറക്ഷൻ. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഞാൻ നിങ്ങളോട് എടുത്തു പറഞ്ഞ കാര്യമാണ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എവിടെ നിങ്ങോട്ടാണ്? യെസ്, ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഡയറക്റ്റഡ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. ശരിയല്ലേ? നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത്. ആ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ആ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് ആക്ട് ചെയ്യുന്നത്. ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആക്ട് ചെയ്യുന്നത്. അതിനാൽ തന്നെ അതിൻ്റെ ഡയറക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് കൂടി ഇടണം? -P കൂടി ഇട്ടാൽ നമ്മുടെ ഉത്തരമായി മക്കളെ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. 10 സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ ആൻസർ കണ്ടുപിടിക്കാം. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ മുഴുവൻ മക്കളും എനിക്കൊരു ഫയർ ഇമോജി ഇട്ട് തരണം. ഈ പറയുന്ന ഡെറിവേഷൻ 3 മാർക്കിന് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒരു ഫയർ ഇമോജി. 200 ലൈക്ക് കൂടി മതി എന്നാണ് ജസീൽ സാർ. ഒരു 200 ലൈക്ക് കൊടുത്തേക്ക്. പാവം മനുഷ്യനല്ലേ. ശരിയല്ല മക്കളെ, എല്ലാവരും ഒരു ഫയർ ഇമോജി അടിച്ചാടാ. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലൂടെ നടക്കാം. ഇനിയും ഡെറിവേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആക്സിൽ
ആക്സിയലും ഗോസസ് ലോൻ്റെ അപ്ലിക്കേഷനും ടോർക്കും എല്ലാം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പാണ്. സോ അടുത്തത് ഏതാണ് നോക്കാം. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡെറിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെയാണ് ഡെറിവേഷൻസ് പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്നത്. സോ ആ ഡെറിവേഷൻ ചോദിക്കുന്ന വിധം അതുപോലെ തന്നെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് നോക്കണം. എ ഡൈപോൾ ഈസ് കെപ്റ്റ് ഇൻ എ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇ നോട്ട് diagrammatically represent the position of the dipole in a stable and unstable equilibrium and write the expression for torque acting on the dipole in both the case. സിമ്പിളാണ്. ടോർക്കിൻ്റെ എക്സ്പ്രഷനൊക്കെ അടിപൊളിയായി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ശ്രദ്ധിക്കടാ. സോ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് ആര് പ്ലേസ് ചെയ്തിരിക്കുകയാണ്? നമ്മുടെ ഡൈപോളിനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. കാണാൻ പറ്റും ഇവിടെ ഇ നോട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇ എന്ന് പറയുന്ന ടേംസിൽ എടുക്കുക. അതാണ് കുറച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് അതാണ്. സോ ഇ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എടുക്കുകയാണ്. ശ്രദ്ധിക്കടാ. അപ്പോൾ ഇ എന്ന് പറയുന്ന യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഞാനൊരു ഡൈപോളിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏത് ആംഗിളിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ ചരിഞ്ഞിട്ടാണ് ഡൈപോളിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ രണ്ട് എൻഡുകളിലും രണ്ട് ചാർജുകളുണ്ട്. പ്ലസ് ക്യൂവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? ക്യൂ ഇ ആയിരിക്കും. മൈനസ് ക്യൂവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? മൈനസ് ക്യൂ ആയിരിക്കും. ആർക്കും സംശയമില്ലല്ലോ. ഇവിടെ ആക്ട് ചെയ്യുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോളിനെ കൊണ്ടുപോയി വെച്ചാൽ അവിടെ ടോർക്കാണ് എക്സ്പീരിയൻസ് ചെയ്യുക. നോൺ യൂണിഫോം ആണെങ്കിൽ അവിടെ ടോർക്കും എക്സ്പീരിയൻസ് ചെയ്യും, ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യും. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇവിടെ റൊട്ടേഷൻ മോഷൻ മാത്രമേ അവിടെ റൊട്ടേഷൻ ഉണ്ടാവും, ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവും. കാര്യമല്ലേ? വൃത്തിയായി മനസ്സിലായ കാര്യമല്ലേ? റൈറ്റ്. അടുത്ത ഫൈൻ. അപ്പോൾ ടോർക്കിൻ്റെ എക്സ്പ്രഷൻ മക്കളെ, ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് എന്താണ്? ക്യൂ ഇ ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നോക്കണം. രണ്ട് ഫോഴ്സുകൾക്കിടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? ബി എൻ ആണ്. സോ ഇൻറ്റു ബി എൻ എന്ന് വരും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ബി എൻ കണ്ടുപിടിക്കാം. നോക്കടാ. തീറ്റ അല്ലേ? സോ സൈൻ തീറ്റ ഈക്വൽ ടു എന്ത് വരും? ബി എൻ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എന്താണ്? 2a ആണ്. 2a. ദെർഫോർ ബി എൻ ഈക്വൽ ടു എന്ത് വരും? 2a സൈൻ തീറ്റ. ബി എൻ ഈക്വൽ ടു എന്ത് വരും? 2a സൈൻ തീറ്റ. റീപ്ലേസ് ചെയ്യാണ്. സോ ടോർക്ക് ഈക്വൽ ടു ക്യൂ ഇ ഇൻറ്റു എന്ത് വരും? 2a സൈൻ തീറ്റ. ക്യൂ ഇൻറ്റു 2a സൈൻ തീറ്റ. എൻ്റെ മക്കൾക്ക് അറിയണം മക്കളെ, ശ്രദ്ധിക്കടാ. 2aq എന്ന് പറഞ്ഞാൽ എന്താണ്? പി ആണ്. സോ ടോർക്ക് ഈക്വൽ ടു എന്ത് വരും? പി ഇ സൈൻ തീറ്റ എന്ന് വരും. അതിൻ്റെ വെക്റ്റർ ഫോം എന്താണ്? ടോർക്ക് ഈക്വൽ ടു പി ക്രോസ് ഇ ആണ് അതിൻ്റെ എന്ന് പറയുക, വെക്റ്റർ ഫോം എന്ന് പറയുക. അത് നിങ്ങൾക്കറിയണം. ഇനി ഇവിടെ സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിനെ പറ്റി അവർ പറഞ്ഞു. അതുകൂടി ഞാനൊന്ന് കണ്ടുപിടിച്ച് തരാം. ശ്രദ്ധിക്കടാ. ആദ്യം ടോർക്ക് മാക്സിമം മിനിമം കണ്ടീഷൻ കൂടി പറഞ്ഞിട്ട് സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിളിലോട്ട് കിടക്കാം. എപ്പോഴായിരിക്കും ടോർക്ക് മാക്സിമം ആവുക? സൈൻ തീറ്റയുടെ വാല്യൂ 1 ആവുമ്പോൾ, അഥവാ തീറ്റ വിൽ ബി ഈക്വൽ എത്രയാവുമ്പോൾ? തീറ്റ വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി ആവുമ്പോഴാണ് ടോർക്ക് മാക്സിമം. ടോർക്ക് എപ്പോഴാണ് മിനിമം ആവുക? ടോർക്ക് മിനിമം ആവുന്നത് തീറ്റ വിൽ ബി ഈക്വൽ എത്രയാവുമ്പോൾ? 0 ഡിഗ്രി ആവുമ്പോഴും 180 ഡിഗ്രി ആവുമ്പോഴാണ് ടോർക്ക് മിനിമം ആവുക. അടുത്ത സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം കൂടി പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ. സ്റ്റേബിൾ ഇക്വിലിബ്രിയം, ആക്ച്വലി ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു വെച്ചാൽ ടോർക്ക് 0 ആവുന്ന കണ്ടീഷനാണ് ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ 0 ഡിഗ്രിയിലാണ്. അതുപോലെ തന്നെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എപ്പോഴാണ്? യെസ്, അത് 180 ഡിഗ്രിയിലാണ്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് അറിയണം. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ പഠിക്കണം. ഇത് പ്രധാനപ്പെട്ടതാണ്. കോൺഫിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒരു മസിൽ ഇമോജി ഇടാവോ? എങ്കിൽ അടുത്ത ആക്സിയലിൻ്റെ ഡെറിവേഷനിലോട്ട് കിടക്കാം. നമ്മൾ കടക്കാൻ പോകണം. എല്ലാവരും തയ്യാറാണെങ്കിൽ റെഡിയല്ലേ? എല്ലാവരും റെഡിയാണെങ്കിൽ നമുക്ക് ആക്സിയലിൻ്റെ ഡെറിവേഷനിലോട്ട് കിടക്കാം. ആക്സിയലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെറിവേഷനാണ് ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ യെസ്. ഇവിടെ ഇക്വിറ്റോറിയലാണ് ആക്സിയൽ ലൈനാണ്. ആക്സിയൽ ലൈൻ ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ. ആദ്യത്തെ ഇക്വിറ്റോറിയലായിരുന്നില്ലേ? അത് മാറിപ്പോയാ? ആദ്യത്തെ ഇക്വിറ്റോറിയൽ തന്നെയാണ്. അപ്പോൾ ഇത് ആക്സിയൽ ലൈൻ ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ. സോ ആക്സിയൽ ലൈൻ്റെ ഡെറിവേഷനിലോട്ട് നമ്മൾ കടക്കാൻ പോകണം. എല്ലാവരും ശ്രദ്ധിക്കുക. ആക്സിയൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പരീക്ഷകളിൽ പലതവണ ചോദിച്ചാണ്, നിങ്ങൾക്ക് അറിയേണ്ടതുമാണ്. സോ ഇതാ ഡൈപോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഡൈപോൾ മൈനസ് ക്യൂ പ്ലസ് ക്യൂ എന്ന് പറയുന്ന രണ്ട് ചാർജുകൾ 2a എന്ന് പറയുന്ന ദൂരത്തിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഈ പറയുന്ന ഡൈപോളിൻ്റെ ആക്സിസിലുള്ള പോയിന്റാണ് പി എന്ന് പറയുന്നത്. ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സോ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് ആദ്യം എഴുതാം. പോസിറ്റീവ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എന്ത് വിളിക്കാം? E1 എന്ന് വിളിക്കാം. അത് പുറത്തോട്ടായിരിക്കും. നെഗറ്റീവ് ചാർജുമുള്ളത് E2 ആണ്. അത് അകത്തോട്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഇത് 2a ആണെങ്കിൽ നമുക്ക് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം. ഇത് a ആയിട്ടും ഇത് a ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. അത് ഓക്കെ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? സംശയമില്ലല്ലോടാ. അടുത്ത കേസിലോട്ട് കിടക്കും. നെക്സ്റ്റ് വൺ ഈസ് E1. ശ്രദ്ധിക്കടാ. E1 ആദ്യം നേരിട്ട് തന്നെ E1 കിടക്കുന്നു. E1 എന്ന് പറഞ്ഞു വെച്ചാൽ പോസിറ്റീവ് ചാർജ് മൂലം പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. അതിനെങ്ങനെ എഴുതാം? 1/4πε0. അടുത്ത ക്യൂ ഡിവൈഡഡ് ബൈ ദൂരം എത്രയാണ് മക്കളെ? ദൂരം എത്രയാണ്? പ്ലസ് ക്യൂവിൽ നിന്ന് പി വരെയുള്ള ദൂരം എത്രയാണ്? സെൻറ്ററിൽ നിന്ന് പി വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ പ്ലസ് ക്യൂവിൽ നിന്ന് പി വരെയുള്ള ദൂരം എത്രയായിരിക്കും? 6ൽ നിന്ന് a കുറച്ചാൽ പോരെ? യെസ്, r മൈനസ് എ ഹോൾ സ്ക്വയർ.
ആർ മൈനസ് എ ഹോൾ സ്ക്വയർ. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ മനസ്സിലായില്ലേ? ഈ പറയുന്ന E1ൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? എൻ്റെ മക്കളൊന്ന് ആലോചിച്ച് പറയടാ. E1 എന്ന് പറഞ്ഞാൽ പുറത്തോട്ടാണ്. ദാറ്റ് ഈസ് നെഗറ്റീവ് ടു പോസിറ്റീവ് അല്ല. ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ, സംശയമില്ലാലോ. ഡൈപോൾ മൊമെൻ്റ് നെഗറ്റീവ് ടു പോസിറ്റീവ്, അതേ ഡയറക്ഷനിലാണ് ആര് ആക്ട് ചെയ്യുന്നത്? E1 ആക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടി എഴുതുവാണ്? ഒരു പി ക്യാപ്പ് കൂടി കൊടുക്കുവാണ്, കാരണം ഡയറക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി. ഇക്വേഷൻ നമ്പർ 1. സിമിലർലി അടുത്തത് E2 ഈക്വൽ ടു എന്ത് വരും? 1/4πε0 Q ഡിവൈഡഡ് ബൈ ദൂരം എന്തായിരിക്കും? R പ്ലസ് എ ഹോൾ സ്ക്വയർ ആയിരിക്കും, ശരിയല്ലേ? മൈനസ് ക്യൂവിൽ നിന്ന് പി വരെയുള്ള ദൂരം എത്ര? സെൻറ്റർ വരെ R ആണ്, അതിൻ്റെ കൂടെ എ കൂടി ചേർത്തിയാൽ മതി. സോ R പ്ലസ് എ ഹോൾ സ്ക്വയർ ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ അതിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് ഇങ്ങോട്ടാണ്? അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് E2 ആക്ട് ചെയ്യുന്നത്. സോ മൈനസ് പി ക്യാപ്പ്. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 2. അടിപൊളിയായി മനസ്സിലായില്ലേ? രണ്ടും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൾ എന്ത് എഴുതാം? E1 പ്ലസ് E2 എന്ന് എഴുതാം. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൾ ശ്രദ്ധിക്കടാ, 1/4πε0 Q ഡിവൈഡഡ് ബൈ R മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ക്യാപ്പ് മൈനസ്, ഇടയിൽ മൈനസ് അല്ല, അല്ലെങ്കിൽ ഈ മൈനസിനെ പുറത്തോട്ടിട്ടു എന്ന് വിചാരിച്ചാൽ മതി. അതായത് വേണ്ട, നിങ്ങൾക്ക് അങ്ങനെയാകുമ്പോൾ കൺഫ്യൂഷൻ ആവും. സോ ഞാൻ സിംപ്ലി പ്ലസ് 1/4πε0 Q ഡിവൈഡഡ് ബൈ R പ്ലസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു മൈനസ് പി ക്യാപ്പ്. അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിച്ചോ, ഈ മൈനസിനെ ഇല്ലേ, ഈ മൈനസിനെ ഞാൻ നടുവിലോട്ട് ഇടുവാണ് കേട്ടോ. ആ മൈനസിനെ നടുവിലോട്ട്, അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണേടാ. സോ E ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ R മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു എന്ത് വരും? പി ക്യാപ്പ് മൈനസ് 1/4πε0 Q ഡിവൈഡഡ് ബൈ R പ്ലസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു എന്ത് വരും? മൈനസ് പി ക്യാപ്പ്. മൈനസ് നമ്മൾ മാറ്റി മൈനസ് നടുവിലോട്ടുള്ളൂ. സോ ഇവിടെയും പി ക്യാപ്പ് കൊടുത്താൽ മതി. റൈറ്റ്, പി ക്യാപ്പ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? കോമൺ ടേംസിനെയൊക്കെ പുറത്തെടുക്കുവാണ് മക്കളെ. സോ E ഈക്വൽ ടു എന്ത് വരും? Q ഡിവൈഡഡ് ബൈ 4πε0. പിന്നെ അവിടെ ആരാ ഉള്ളത്? 1 ഡിവൈഡ് ബൈ R മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? R പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് വരും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? പി ക്യാപ്പിനെ പുറത്തിട്ടു. ഇക്വേഷൻ നമ്പേഴ്സൊക്കെ കൊടുക്കാം മക്കളെ, ശ്രദ്ധിക്കടാ. ഇക്വേഷൻ നമ്പർ 3 ആണ്, ഇത് ഇക്വേഷൻ നമ്പർ 4 ആണ്. ദിസ് വൺ ഈസ് ഇക്വേഷൻ നമ്പർ 5 ആൻഡ് ദിസ് വൺ ഈസ് ഇക്വേഷൻ നമ്പർ 6. അടിപൊളിയായി മനസ്സിലായില്ലേ? ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കടാ. E ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 4πε0 ക്രോസ് ചെയ്തെന്ത് വരടാ? R പ്ലസ് എ ഹോൾ സ്ക്വയർ മൈനസ് R മൈനസ് എ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ R മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു R പ്ലസ് എ ഹോൾ സ്ക്വയർ. സെറ്റ് അല്ലേ? ഇക്വേഷൻ്റെ പുറത്ത് പി ക്യാപ്പ് കൂടി ഇടണം, ഡയറക്ഷൻ സൂചിപ്പിക്കാനാണ്. ഇക്വേഷൻ നമ്പർ 7. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇത് ഏത് ഫോമാറ്റിലാണ് കിടക്കുന്നത്? A പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്, ഇത് A മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. ആ രീതിയിൽ ഞാൻ ഇവന്മാരെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിക്കടാ. സോ ദാറ്റ്സ് ഇറ്റ്. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് വരാം. സോ E ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 4πε0 Q ഡിവൈഡഡ് ബൈ 4πε0. പിന്നുള്ളത് എന്താണ്? R പ്ലസ് എ ഹോൾ സ്ക്വയർ ആണ്. സോ R സ്ക്വയർ പ്ലസ് 2AR പ്ലസ് എ സ്ക്വയർ മൈനസ്, പിന്നെ അവിടെ ആരാ ഉള്ളത്? R മൈനസ് എ ഹോൾ സ്ക്വയർ ആണ്. സോ R സ്ക്വയർ മൈനസ് 2AR പ്ലസ് എന്ത് വരും? എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ശ്രദ്ധിച്ചോ, A മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഒരു ഹോൾ സ്ക്വയർ ആണ്. സോ സിമ്പിളി എന്ത് എഴുതാം? R സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. A മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്താണ്? A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 8 ആണ്. അടിപൊളിയല്ലേ? ഈ മൈനസിനെ ഞാൻ അകത്തോട്ട് ഇടുവാണ്, മുകളിലൂടെ ന്യൂമറേറ്ററുള്ള മൈനസ് ആണ്. സോ E ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 4πε0 R സ്ക്വയർ പ്ലസ് 2AR പ്ലസ് എ സ്ക്വയർ മൈനസ് R സ്ക്വയർ പ്ലസ് 2AR മൈനസ് എ സ്ക്വയർ എന്ന് വരും, ഡിവൈഡഡ് ബൈ R സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ്റെ കൂടെ പി ക്യാപ്പ് ഇടാൻ വിട്ടുപോയിട്ട് മുകളിൽ പി ക്യാപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 9 ആണ്. സെറ്റ്. ഏതൊക്കെ ടേംസ് ക്യാൻസൽ ചെയ്യാം ശ്രദ്ധിക്കടാ. മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് R സ്ക്വയർ പ്ലസ് R സ്ക്വയർ ക്യാൻസൽ ചെയ്തു. 2AR പ്ലസ് 2AR എത്രയാണ്? 4AR ആണ്. സോ E ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 4πε0 4AR ഡിവൈഡഡ് ബൈ R സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഒരു പി ക്യാപ്പ് കൂടി പുറത്തിട്ട് വയ്ക്കുക. ഇക്വേഷൻ നമ്പർ എത്രയാണ്? 10 ആണ്. സെറ്റ്. അടുത്തത് ഇവിടെ എ എന്ന് പറഞ്ഞാൽ വളരെ 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 നെഗ്ലിജിബിളി സ്മോൾ ആണ്. എ എന്ന് പറഞ്ഞാൽ വളരെ 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 നെഗ്ലിജിബിളി സ്മോൾ ആണ്. ആറിനെ കമ്പയർ ചെയ്യുമ്പോൾ സോ എനെ നമുക്ക് എന്ത് ചെയ്യാം? എടുത്ത് പുറത്തിടാം, എനെ പുറത്തിടാം. സോ ബാക്കിയുള്ള ടേംസ് മാത്രമേ നമുക്കിനി ആവശ്യമുള്ളൂ, ശ്രദ്ധിക്കടാ. സോ ബാക്കിയുള്ള ടേംസ് എന്തൊക്കെയാണ്? E ഈക്വൽ ടു ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. E ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 4πε0 മുകളിൽ എന്താ ഉള്ളത്? 4AR ആണ്. 4AR ഡിവൈഡഡ് ബൈ നോക്കടാ, താഴെ എന്താ ഉള്ളത്? R സ്ക്വയർ ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. R സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു ഒരു പി ക്യാപ്പ് കൊടുക്കുക.
ഇക്വേഷൻ നമ്പർ എത്രയാണ്? 11 ആണ്. ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ എത്രയാണ്? ആർ പവർ ഓഫ് 4 ആണ്. സോ ഇ ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4πε0 4AR ഡിവൈഡഡ് ബൈ ആർ പവർ ഓഫ് 4 ഇൻറ്റു പി ക്യാപ്. അടിപൊളിയായി മനസ്സിലായില്ലേ? ഇക്വേഷൻ നമ്പർ 12 ആണ്. അടുത്ത നോക്കണം, സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ഈ ആറും ഈ 4ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് R³ എന്ന് വരും. ക്ലിയർ അല്ലേ? 4A ഞാൻ എഴുതുവാണ് 2 × 2A എന്ന് എഴുതുവാണ്. അതിൻ്റെ ആവശ്യമുണ്ട്, പറഞ്ഞുതരാം. സോ ഇ ഈക്വൽ ടു 1/4πε0 2 × 2A ഫ്രണ്ടിലുള്ള ക്യൂവിനെ ഇവിടെ എഴുതി ഡിവൈഡ് ബൈ എന്ത് വരും? R³ എന്ന് വരും ഇൻറ്റു ഒരു പി ക്യാപ്പ് എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 13 ആണ്. ഇനി ഒന്ന് ശ്രദ്ധിക്കടാ, 2AQ എന്താണ്? P ആണ്, ഓൾറെഡി പറഞ്ഞു വന്ന കാര്യമാണ്. സോ ഗൈസ്, വി വിൽ ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ ആസ് ഇ ഈക്വൽ ടു 1/4πε0 2P/R³ ഇൻറ്റു എന്ത് വരും? പി ക്യാപ്പ്. ഇക്വേഷൻ നമ്പർ 14. ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ. അടിപൊളിയായി മനസ്സിലായില്ല? അന്തസ്സായി എൻ്റെ മക്കൾക്ക് മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയടാ. ഈ ഒരു ഇക്വേഷൻ എൻ്റെ മക്കൾക്ക് അന്തസ്സായി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ പറ. എല്ലാവരും ഒരു ഹാർട്ട് ഇമോജി ഇടാവോ? വലിയൊരു ഡെറിവേഷനാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു തരാൻ സാധിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അതെ, ഞാൻ വിശ്വസിക്കുന്നു. റെഡിയല്ലേ? ക്ലിയർ ആണോടാ? കോൺഫിഡൻ്റ് ആയെങ്കിൽ ചാറ്റ് ബോക്സിൽ എനിക്കൊരു ഹാർട്ട് ഇമോജി ഇട്ട് തരാം. എല്ലാവരും ഈ ഒരു ഡെറിവേഷൻ കോൺഫിഡൻ്റ് ആയെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു ഹാർട്ട് ഇമോജി ഇട്ട് തരാം. എല്ലാവരും ഒന്ന് ഇട്ട് തരാമോ? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൊണ്ടിരിക്കണേ. സെറ്റ്. യെസ്, ഓക്കെ, റെഡി, സെറ്റ്. അടുത്തതിലോട്ട് കിടക്കട്ടെ. നെക്സ്റ്റ് വൺ, ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം. ഇനി കുറച്ച് ഡെറിവേഷൻസേ ഉള്ളൂ, പക്ഷേ ആ ഡെറിവേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഡിഫൈൻ ഇലക്ട്രിക് ഫ്ലക്സ്, റൈറ്റ് ഇറ്റ്സ് SI യൂണിറ്റ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? അതിൻ്റെ SI യൂണിറ്റ് എന്താണ്? അടുത്ത സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഡെറിവേഷനാണ്. ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? അതിൻ്റെ SI യൂണിറ്റ് എന്താണ്? അതുപോലെ തന്നെ സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഡെറിവേഷൻ. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഏരിയയിലൂടെ നോർമലായിട്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ലൈൻസിൻ്റെ എണ്ണത്തിന് നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയാം. സിംപ്ലി ഫൈ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് എന്ത് എഴുതാം? E.ds എന്ന് എഴുതാം. അല്ലെങ്കിൽ ഫൈ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് EDS കോസ് തീറ്റ എന്ന് എഴുതാം. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. യൂണിറ്റ് എന്ത് വരും? ഇലക്ട്രിക് ഫീൽഡ് ന്യൂട്ടൺ പെർ കൂളംബ് ആണ്. ഏരിയയുടെ മീറ്റർ സ്ക്വയർ ആണ്. സോ ദാറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് എന്ന് വരും. ഇതാണ് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. അടുത്ത് സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഇൻസൈഡ് ഔട്ട്സൈഡ് കണ്ടീഷനാണ്. സോ മനസ്സിലാക്കിയോ മക്കളെ? ഞാൻ ആ ഷെല്ലിനെയൊക്കെ വരച്ചിട്ട് വൃത്തിയായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിക്കണം. ഇതൊരു ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലാന്ന് വിചാരിക്കും. കുറച്ചുകൂടി വലുപ്പം വേണം. ഓക്കെ, ഫൈൻ. ഇതൊരു ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലാന്ന് വിചാരിക്കുക. എല്ലാവരും വിചാരിക്കുക ഇതൊരു ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലാണ്. ഇതിന് പോസിറ്റീവ്ലി ചാർജ് ആണെന്ന് വിചാരിക്കുക. മക്കളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതിന് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയ ഒരു സ്പെറിക്കൽ ഷെല്ലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്പെറിക്കൽ ഷെല്ലിന് ഔട്ട്സൈഡുള്ളൊരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് വിച്ച് ഈസ് ഔട്ട്സൈഡ് ദ സ്പെറിക്കൽ ഷെൽ. നമുക്ക് ആ പോയിന്റ് ഇവിടെ ഇത് കൊടുക്കാം. P എന്ന് പറഞ്ഞ പോയിന്റ് ആണെന്ന് വിചാരിക്കാം. ആ P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാനേടാ. ഈ പറയുന്ന സ്പെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കണം. സ്പെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് നമുക്ക് ക്യാപിറ്റൽ R ആയിട്ട് കൊടുക്കാം. ക്യാപിറ്റൽ R ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്പെറിക്കൽ ഷെൽ. ഓക്കെ അല്ലേ? സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ P എന്ന് പറയുന്ന ഔട്ട്സൈഡിലുള്ള പോയിന്റ് എൻക്ലോസ് ചെയ്യുന്ന പോലെ നമുക്കൊരു ഇമാജിനറി സർഫേസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. P എന്ന് പറയുന്ന ഔട്ട്സൈഡിലുള്ള പോയിന്റ് എൻക്ലോസ് ചെയ്യുന്ന പോലെ ഉൾപ്പെടുന്ന തരത്തിൽ നമ്മളൊരു ഇമാജിനറി സർഫേസ് കൺസിഡർ ചെയ്യണം. ഗൈസ്, വി ഹാവ് ടു കൺസിഡർ ആൻ ഇമാജിനറി ഔട്ട്സൈഡ് സർഫേസ് വിച്ച് എൻക്ലോസസ് ദ പോയിന്റ് P. P എന്ന് പറയുന്ന പോയിന്റ് ഉൾപ്പെടുന്ന തരത്തിൽ നമുക്കൊരു ഇമാജിനറി സർഫേസിന് എന്ത് ചെയ്യണം? വി ഹാവ് ടു കൺസിഡർ ആൻ ഇമാജിനറി സർഫേസ് വിച്ച് എൻക്ലോസസ് ദ പോയിന്റ് P. കാര്യം വൃത്തിയായി മനസ്സിലായില്ലടാ? സെറ്റല്ലേ? ഓക്കെ, അത് ഇമാജിനറി സർഫേസ് ആയതുകൊണ്ട് തന്നെ അത് ഞാൻ ഡോട്ടർ ലൈൻ ഉപയോഗിച്ച് കാണിക്കുവാണ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഡോട്ടർ ലൈൻ. ആ ഇമാജിനറി സർഫേസ് നമ്മളൊരു പേര് വിളിക്കും. എന്താണ് മക്കളെ ആ ഇമാജിനറി സർഫേസിൻ്റെ പേര്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. ഈ പറയുന്ന ഇമാജിനറി സർഫേസിൻ്റെ പേരെന്താണ്? ഈ പറയുന്ന ഇമാജിനറി സർഫേസിൻ്റെ പേരെന്താ മക്കളെ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാവോ? യെസ്, അതിൻ്റെ പേരാണ് ഗോഷിയൻ സർഫേസ് എന്നാണ് പറയുക. ഗോഷിയൻ സർഫേസ് എന്നാണ് നമ്മളതിനെ വിളിക്കുക. സോ അതിൻ്റെ ആ ഒരു സ്മോൾ ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്ഷൻ ശ്രദ്ധിച്ചോ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പോസിറ്റീവ്ലി ചാർജ്ഡ് ഷെല്ലായതുകൊണ്ട് ഔട്ട്സൈഡ് ആയിരിക്കും. സോ ഔട്ട്സൈഡ് ആയിരിക്കും എന്ന് പറയുക ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുക. അടുത്തത് ഏരിയ വെക്റ്റർ സർഫേസിന് പെർപെൻഡിക്കുലർ ആണ്. സോ ഏരിയ വെക്ടറും ഇതേ ഡയറക്ഷനാണ്. സോ തീറ്റ ഈക്വൽ എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. അത് കാണിക്കാൻ വേണ്ടിയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. സിമിലർ വേ ഈ പറയുന്ന ഗോഷിയൻ സർഫേസിൻ്റെ റേഡിയസ് കൂടി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഗോഷിയൻ സർഫേസിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ സ്മോൾ r ആയിരിക്കും. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ r.
ഗോഷ്യൻ സർഫേസിൻ്റെ റേഡിയസ് എന്താ മക്കളെ സ്മോൾ ആർ ആയിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഇനി നിസ്സാരമായി തന്നെ നമുക്ക് നമ്മുടെ ഗോഷ്യസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നിസ്സാരമായി കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കടാ. ഫസ്റ്റ് ഇക്വേഷൻ ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ ഗോസസ് തിയറം ആണ്. സോ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. അടുത്ത ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ജനറൽ ഇക്വേഷൻ ആണ്. ഫൈ ഈക്വൽ ഇൻറ്റഗ്രൽ ഓഫ് എന്തെഴുതാം ഇ ഡി എസ് കോസ് തീറ്റ. ഇവിടെ തീറ്റ എത്രയാണ് 0 ഡിഗ്രിയാണ്. സോ ഫൈ ഈക്വൽ എന്ത് വരും ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡി എസ്. ഇക്വേഷൻ നമ്പർ എത്രയാണ് 2 ആണ്. ഈ രണ്ട് ഇക്വേഷനും LHS സെയിം ആണ്. സോ RHS ഇക്വേറ്റ് ചെയ്യാണ്. സോ ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ. ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ യൂണിഫോം ആയതുകൊണ്ട് നമുക്കറിയാം ഗോസിയൻ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും യൂണിഫോം ആയിരിക്കും. സോ അതിനാൽ തന്നെ ഇതിന് ഞാൻ ജനറലി ഇൻറ്റഗ്രേഷന് പുറത്തിടുവാണ്. സോ ഇ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ഡി എസ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും ക്യൂ ബൈ എപ്സിലോൺ സീറോ. ഇക്വേഷൻ നമ്പർ എത്രയാണ് ഇക്വേഷൻ നമ്പർ 4 ആണ്. വൃത്തിയായി മനസ്സിലായില്ലേ? ഗോസിയൻ സർഫേസിൻ്റെ ഏരിയ എന്താണ് എൻ്റെ മക്കൾ പറഞ്ഞു തരണം. എന്താണ് ഈ ഗോസിയൻ സർഫേസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു വെച്ചാൽ നോക്കിക്കേടാ ഗോസിയൻ സർഫേസിൻ്റെ ഏരിയ എന്തായിരിക്കും വരിക സ്മോൾ ആർ അല്ലേ റേഡിയസ് എന്ന് പറയുക. സോ 4 pi സ്മോൾ ആർ സ്ക്വയർ എന്ന് വരും. സോ ഇ ഇൻറ്റു 4 pi സ്മോൾ ആർ സ്ക്വയർ ഈക്വൽ ടു 4 pi സ്മോൾ ആർ സ്ക്വയർ ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ. ഇക്വേഷൻ നമ്പർ എത്രയാണ് ഇക്വേഷൻ നമ്പർ 5 ആണ്. ഇതാണ് നമ്മുടെ 5ാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് അറിയേണ്ടതുമാണ്, നിങ്ങൾ പഠിക്കേണ്ടതുമാണ്. നമുക്കറിയാം ചാർജ് ഈക്വൽ ടു അല്ലെങ്കിൽ സിഗ്മ ഈക്വൽ എന്താണ് ക്യൂ ബൈ ഏരിയ ഓഫ് ദ ഷെല്ലാണ്. സോ ക്യൂ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഏരിയ. സോ ക്യൂ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഏരിയ എന്താണ് 4 pi ക്യാപിറ്റൽ ആർ സ്ക്വയർ. ആ പറയുന്ന സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഏരിയ ആണ്. സോ 4 pi ക്യാപിറ്റൽ ആർ സ്ക്വയർ റീപ്ലേസ് ചെയ്യാണ്. സോ ഇ ഇൻറ്റു 4 pi സ്മോൾ ആർ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4 pi ക്യാപിറ്റൽ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എന്ത് വരും എപ്സിലോൺ സീറോ എന്ന് വരും. ഇക്വേഷൻ നമ്പർ എത്രയാണ് 6 ആണ്. റെഡി? ഏതൊക്കെ തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം ശ്രദ്ധിക്കടാ. ഏതൊക്കെ തമ്മിൽ ക്യാൻസൽ ചെയ്യാം? ഈ പറയുന്ന 4 pi നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഈക്വൽ ടു എന്ത് വരും സിഗ്മ ബൈ എപ്സിലോൺ സീറോ ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ സ്മോൾ ആർ സ്ക്വയർ എന്ന് വരും. സിഗ്മ ബൈ എപ്സിലോൺ സീറോ ക്യാപിറ്റൽ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ സ്മോൾ ആർ സ്ക്വയർ എന്ന് വരും. വൃത്തിയായി മനസ്സിലായില്ലേ? അന്തസ്സായി മനസ്സിലായി? എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇത് നമ്മുടെ ഒരു ഇക്വേഷനാണ്, ഒരു മെയിൻ ഇക്വേഷനാണ്. ഔട്ട്സൈഡ് ദ ഷെൽ കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന മെയിൻ ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. കോൺഫിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എല്ലാവരും ഒരു ഫയർ ഇമോജി ഇടാവോ. എങ്കിൽ നമുക്ക് സെക്കൻഡ് കണ്ടീഷനിലോട്ട് കിടക്കാം. അടുത്ത കണ്ടീഷൻ എന്താണ്? ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെല്ലാണ്. സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഇൻസൈഡും സർഫേസും കണ്ടുപിടിക്കണം. സോ അതിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെല്ല് വരുമ്പോൾ ഇക്വേഷനിൽ എന്ത് മാറ്റം സംഭവിക്കും ശ്രദ്ധിച്ചോളാം. സോ നെക്സ്റ്റ് വൺ ഈസ് ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെല്ലാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചോടാ. ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെല്ലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ് അകത്ത് ചാർജ് ഒന്നുമില്ല. സോ അതിനാൽ തന്നെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും 0 ആയിരിക്കും. ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അടുത്തത് സർഫേസിലാണെങ്കിലോ അങ്ങനെ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സർഫേസിലാണെങ്കിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? സർഫേസിലാണെങ്കിൽ ഗോഷ്യൻ സർഫേസിൻ്റെ റേഡിയസും അതുപോലെ തന്നെ സ്പെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസും സെയിം ആയിരിക്കും. സോ ഈ ഈക്വൽ ടു എന്ത് വരും സിഗ്മ ബൈ എപ്സിലോൺ സീറോ ആയിരിക്കും വരിക. കാരണം ബാക്കി രണ്ട് ടേംസ് ഈക്വൽ ആകുമ്പോൾ എന്താവും അത് പോകും. സോ സിഗ്മ ബൈ എപ്സിലോൺ സീറോ ദാറ്റ്സ് ഇറ്റ്. സിഗ്മ ബൈ എപ്സിലോൺ സീറോ. അടിപൊളിയായി മനസ്സിലായില്ലേ? അവന്മാരുടെ ഒരു ഗ്രാഫ് കൂടി വരച്ചു തരാം. ആ ഗ്രാഫ് ചിലപ്പോൾ പരീക്ഷകൾ ചോദിക്കാറുണ്ട്. ആ ഗ്രാഫ് കൂടി എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ. റൈറ്റ്? സോ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ് 0 ആയിരിക്കും. പിന്നീട് അങ്ങോട്ട് എന്താണ് കുറഞ്ഞാണ് വരിക. സോ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. സോ ഇതാണ് നമ്മുടെ റേഡിയസ് ക്യാപിറ്റൽ ആർ. ശ്രദ്ധിക്കുക, ഇതാണ് റേഡിയസ് ക്യാപിറ്റൽ ആർ ആയിട്ട് നമുക്ക് എടുക്കാം. ഇത് ഇൻസൈഡ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഡിസ്റ്റൻസ് കൂടുകയാണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണ് മാക്സിമം ആണ്. ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും 0 ആയിരിക്കും. സിമിലർ വേ ഇവിടെ E ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/r². അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ വരുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? എല്ലാവർക്കും കോൺഫിഡൻ്റ് ആയോടാ? ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് എല്ലാവർക്കും വന്നില്ലേ? എങ്കിൽ അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട അടുത്ത ചോദ്യം ഒരു അന്തസ്സുള്ള ചോദ്യമാണ്. ശ്രദ്ധിക്കണം. A uniformly charged plane sheet has a charge density sigma equal to 1/18 pi into 10⁻⁻15 coulomb per meter square. Find the electric field at a point A which is 50 cm from the sheet. Consider a straight line of 3 point PQR placed 50 cm from the charger sheet on the side as shown in the figure. At which of these points does the magnitude of electric field due to the sheet remain same at that point as A? ഒന്നുമില്ല. ഈ ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് മൂലം എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ 3 പോയിന്റുകൾ തന്നിട്ടുണ്ട്. എയുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സെയിം ആയ ഈ 3 പോയിന്റുകളിൽ ഏതിനാണ് എയുടെ അതേ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാവുക എന്നതാണ് ചോദ്യം. നിസ്സാരമായി ചെയ്യാലോടാ. നിങ്ങൾക്ക് ആദ്യം അതിൻ്റെ ജനറൽ ഇക്വേഷൻ അറിയണം. ഒരു ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് സിഗ്മ ഡിവൈഡ് ബൈ 2 എപ്സിലോൺ 0 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. ഇനി ഡയറക്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ശ്രദ്ധിക്കണം.
സോ ഈ ഈക്വൽ എന്താണ് സിഗ്മ ഡിവൈഡഡ് ബൈ സിഗ്മ നമുക്ക് ഓൾറെഡി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടാ. സിഗ്മ എന്താണ് മക്കളെ 1/18π × 10⁻⁻15 1 ഡിവൈഡഡ് ബൈ 18π × 10⁻⁻15 ഡിവൈഡ് സിഗ്മ കിട്ടി ഡിവൈഡ് ബൈ 2ε0 ആണ്. സോ 2 × ε0 ക്രിസ്റ്റൽ ക്ലിയർ അല്ല, അടിപൊളിയായിട്ട് മനസ്സിലായോടാ, ഒരു തരി സംശയമില്ലല്ലോ. ഈ 2ε0 മുകളിലോട്ട് എടുക്കട്ടെ. സോ ഈ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 18π × 2ε0 × 10⁻⁻15 സെറ്റ് അല്ലേ, അടിപൊളിയായിട്ട് മനസ്സിലായി. ഞാൻ അതിനൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യട്ടാ. ഈ 18π ഞാനൊന്ന് മാറ്റിയിട്ട് എന്താക്കാം 4πε0 ടേംസിൽ എഴുതുവാണ്. സോ ഈ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു, ശ്രദ്ധിച്ചോ ഞാൻ 4πε0 ടേംസിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ ഉണ്ടാവുക, നോക്കടാ 18 × 2 എത്രയാണ്, 18 × 2 36. ഇവിടെ 4 പോയി, പിന്നെ അവിടെ എത്രയാണ് 36 കിട്ടണമെങ്കിൽ 4നെ ഏത് വെച്ച് ഗുണിക്കണം, 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. സോ ഇൻറ്റു എന്ത് വരും 9 എന്ന് വരും. പിന്നെ മുകളിൽ എന്താ ഉള്ളത് 10⁻⁻15 ആണ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ. 1/4πε0 എത്രയാണ് 9 × 10⁻9 ആണ്. ഡിവൈഡഡ് ബൈ എന്തുണ്ട്, ഒരു 9 ഉണ്ട്, പിന്നെ മുകളിൽ ഒരു 10⁻⁻15 ഉണ്ട്. 9ഉം 9ഉം ക്യാൻസൽ ചെയ്തു. 10⁻⁻15ഉം 10⁻9 ആണ്. സോ 10 എന്ത് വരും 10⁻⁻6 എന്ന് വരും. ശരിയല്ലേ, 10⁻⁻6 ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോൾ ന്യൂട്ടൺ പെർ കൂളംബ് എന്ന് വരും. 10⁻⁻6 ന്യൂട്ടൺ പെർ കൂളം. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ. സോ ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി. അതേ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി എവിടെയാണ് ഉണ്ടാവുക, ക്യൂ എന്ന് പറയുന്ന പോയിന്റിലാണ്. സോ അറ്റ് ക്യൂ. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ, അടിപൊളിയായിട്ട് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. ഈ ചോദ്യം ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ എങ്കിൽ അടുത്ത ചോദ്യത്തിലൂടെ എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തൊരു ഡെറിവേഷൻ ആണ്. യെസ്, ആ ക്യൂവിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ ബ്ലാങ്ക് പേജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കളയാം. ഫൈൻ, ഓക്കെ. അടുത്ത് ശ്രദ്ധിക്കണം. ഇലക്ട്രിക് ഫ്ലക്സ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇ ത്രൂ ആൻ ഏരിയ ഈസ് ഗിവൺ ബൈ. ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ആണ്, ഏരിയ DA ആണ് എങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം Φ = E.dA ആണ്, അല്ലെങ്കിൽ EdS cos θ ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഗോസസ് ലോ. ഗോസസ് ലോയി ബന്ധപ്പെട്ട ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ ട്രൂ എന്നാണ് ചോദിച്ചത്. നിസ്സാരമാണ് മക്കളെ. ഓൾ ചാർജസ് വെദർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ഗോസിയൻ സർഫേസ് കോൺട്രിബ്യൂട്ട് ഈക്വൽ ഇലക്ട്രിക് ഫ്ലക്സ് അല്ല. ഇലക്ട്രിക് ഫ്ലക്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ ജോമെട്രി ഓഫ് ദ ഗോസിയൻ സർഫേസ് അല്ല. ഗോസിയസ് തിയറം ക്യാൻ ബി അപ്ലൈഡ് ഓൺ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ല. ദ ഇലക്ട്രിക് ഫീൽഡ് ഓവർ ദ ഗോസിയൻ സർഫേസ് റിമൈൻസ് കണ്ടിന്യൂസ് ആൻഡ് യൂണിഫോം അറ്റ് എവരി പോയിന്റ്. യെസ്, ദിസ് വൺ ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. അടുത്ത അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ശ്രദ്ധിക്കടാ. ഇലക്ട്രിക് ഫ്ലക്സ് ടു എ സ്പെറിക്കൽ സർഫേസ് ഈസ് ഷോൺ ബിലോ. ഒരു സ്പെറിക്കൽ സർഫേസുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് ഫ്ലക്സ് നൽകിയിട്ടുണ്ട്. യെസ്, ചോദ്യം ഇവിടെ അത് നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ആയിരിക്കും ചോദ്യം കേട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാവുന്നു. നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് വി ഹാവ് ടു ഫൈൻഡ് ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ്. നിസ്സാരമായി കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കണം. എന്താണ് Φ = Q enclosed ഡിവൈഡ് ബൈ ε0 ആണ്. സോ Φ = ഇവിടെ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെൽ എന്തായിരിക്കും, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. സോ -Q1ഉം Q2 ആണ്. സോ എന്ത് എഴുതാം, Q2 - Q1 ഡിവൈഡ് ബൈ ε0. ദിസ് ഈസ് അവർ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകൾ ചോദിക്കാം, നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ഓക്കെ, റെഡി. അടുത്തതിലൂടെ കിടക്കുന്നു. ശ്രദ്ധിക്കടാ. ഹൗ ഡസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ എ സ്പെറിക്കൽ ഗോസിയൻ സർഫേസ് ഓൾട്ടേർഡ് വെൻ ദ റേഡിയസ് ഈസ് ഇൻക്രീസ്ഡ്. ഹൗ ഡസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ എ സ്പെറിക്കൽ ഗോസിയൻ സർഫേസ് ഓൾട്ടേർഡ് വെൻ ദ ഇറ്റ്സ് റേഡിയസ് ഈസ് ഇൻക്രീസ്ഡ്. നോട്ട് ആൾട്ടേർഡ്, ഒരു ബന്ധമില്ല. റേഡിയസ് ഇൻക്രീസ് ചെയ്താൽ ഒരു ബന്ധവും ഉണ്ടാവില്ല, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. റൈറ്റ്, അടുത്തതിലൂടെ കിടക്കട്ടെ. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ. Use Gaussian's law to obtain the expression of electric field due to a infinitely long straight uniform charged wire. ഒരു ഇൻഫൈനിറ്റ്ലി ലോങ് യൂണിഫോം ചാർജ്ഡ് വയർ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. നിസ്സാരമായി കണ്ടുപിടിക്കാം, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഇതൊരു ഇൻഫൈനിറ്റ്ലി ലോങ് യൂണിഫോം ചാർജ്ഡ് വയർ ആണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് എ ഇൻഫൈനിറ്റ്ലി ലോങ് യൂണിഫോം ചാർജ്ഡ് വയർ. ഓക്കെ, ഇതിൻ്റെ ഇതിൻ്റെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് വിചാരിക്കുക. ഈ പറയുന്ന യൂണിഫോം ചാർജ്ഡ് വയർ മൂലമുള്ള ഈ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആ പി ഉൾപ്പെടുന്ന തരത്തിൽ നമുക്ക് എന്ത് വരയ്ക്കണം, നമ്മളൊരു ഗോഷ്യൻ സർഫേസ് വരയ്ക്കണം. ഞാനത് വരച്ചിരിക്കുന്നു, നോക്കണം. ഞാനൊരു ഗോഷ്യൻ സർഫേസ് പി ഉൾപ്പെടുന്ന തരത്തിൽ വരയ്ക്കുകയാണ്. ഫൈൻ, ഓക്കെ, സെറ്റ്. വരച്ചു. എല്ലാവരും ശ്രദ്ധിക്കുക. സോ ഇവിടെ നമുക്ക് കുറച്ച് ഏരിയ റൈറ്റ്, അവിടെ ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്ത് ഗോഷ്യൻ സർഫേസ് സ്മോൾ ഏരിയ. അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഒരു സംശയം വേണ്ട. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഔട്ട്സൈഡ്, പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലേ. സോ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്തായിരിക്കും, പുറത്തോട്ടായിരിക്കും. ഏരിയ വെക്റ്റർ DS എന്തായിരിക്കും, അത് ഔട്ട്സൈഡ് ആയിരിക്കും. അടുത്തത് പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഇവിടെ ഒരെണ്ണം കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ അവിടെ കൺസിഡർ ചെയ്യുമ്പോൾ അങ്ങനെ, ഇപ്പോൾ ഇവിടെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് അതേപോലെ തന്നെ നോർമലി ഔട്ട്വേർഡ് ആയിരിക്കും, സംശയം വേണ്ട. സോ ഈ ഇൻ ദിസ് ഡയറക്ഷൻ
ഏരിയ വെക്റ്റർ എപ്പോഴും എങ്ങനെയായിരിക്കും? സർഫേസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഏരിയ വെക്റ്റർ വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. ഏരിയ വെക്റ്റർ അഥവാ ഡി എസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും. സെറ്റ് അല്ലേ? സോ ഇവിടെ രണ്ടും നമ്മൾ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. നമുക്കറിയാം ഫ്ലക്സ് ഈക്വൽ ഈ ഡി എസ് കോസ് തീറ്റയാണ്. തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ടോപ്പ് ഫേസിലും ബോട്ടം ഫേസിലും എന്തായിരിക്കും? ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയിരിക്കും. ടോപ്പ് ഫേസിലും ബോട്ടം ഫേസിലും ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയിരിക്കും. മനസ്സിലാക്കുക. കേർവ്ഡ് സർഫേസിൽ മാത്രമേ ഇലക്ട്രിക് ഫ്ലക്സ് ഉള്ളൂ. അതെൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫേസിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നീളമാണ് ലെങ്ത് ആയിട്ട് നമുക്ക് എത്ര എടുക്കാം? യെസ്, ഇതിൻ്റെ നീളമായിട്ട് നമുക്ക് എന്തെടുക്കാം? എല്ലായിട്ട്. എല്ലാണ് അതിൻ്റെ നീളം എന്നെടുക്കാം. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സോ എല്ലും ആറും മനസ്സിലായേ? സംശയമില്ലാലോ. ഇനി നമ്മൾ അവിടെ സ്പെറിക്കൽ ഷെല്ലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലത്തെ അതേ ഫോർമുലാസ് നമ്മൾ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണമെന്ന് ശ്രദ്ധിച്ചാടാ. ഫൈ ഈക്വൽ ടു Q/ε0. അടുത്ത ഫൈ ഈക്വൽ ടു എന്ത് വരും? ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡി എസ്. ഓക്കെ, രണ്ടിനും എൽ എച്ച് എസ് സെയിം ആണ്. സോ ആർ എച്ച് എസ് ഇക്വേറ്റി ആണ് 1, ഇത് 2 ആണ്. സോ എൽ എച്ച് എസ് സെയിം ആണ്, ആർ എച്ച് എസ് ഇക്വേറ്റി ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡി എസ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? Q/ε0. ഈ കോമൺലി പുറത്തെടുക്കുവാണ്. സോ ഇൻറ്റഗ്രൽ ഓഫ് ഡി എസ് വിൽ ബി ഈക്വൽ ടു എത്ര വരും? Q/ε0. ഇത് ഇക്വേഷൻ നമ്പർ 3 ആണ്. സോറി, ദിസ് വൺ ഈസ് ഇക്വേഷൻ നമ്പർ 3, ഇത് ഇക്വേഷൻ നമ്പർ 4 ആണ്. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇവിടെ കേർവ്ഡ് സർഫേസിൽ മാത്രമേ ഇലക്ട്രിക് ഫ്ലക്സ് ഉള്ളൂ എന്ന് പറഞ്ഞു. സോ കേർവ്ഡ് സർഫേസിൻ്റെ ഏരിയ എന്താണ്? ഒരു സിലിണ്ടറിൻ്റെ 2πr അല്ലടാ, 2πr അല്ലേ? ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഇ ഇൻറ്റു 2πrl, ഇ ഇൻറ്റു 2πrl വിൽ ബി ഈക്വൽ. നമുക്കറിയാം ലീനിയർ, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയതാണ്. ലീനിയർ ചാർജ് ഡെൻസിറ്റി ഈക്വൽ എന്താണ്? Q/L ആണ്. സോ Q ഈക്വൽ എന്ത് എഴുതാം? λL എന്ന് എഴുതാം. സോ λL ഡിവൈഡഡ് ബൈ ε0. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 5 ആണ്. ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? എല്ലും ക്യാൻസൽ ചെയ്തു. സോ ഗൈസ് വി വിൽ ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ ഈക്വൽ ടു λ ഡിവൈഡഡ് ബൈ 2πr ε0. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഈക്വൽ ടു λ ഡിവൈഡഡ് ബൈ 2πr ε0. അടിപൊളിയായിട്ട് മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാവോ? ഈ പറയുന്ന ഡെറിവേഷൻ എൻ്റെ മക്കൾക്ക് കോൺഫിഡൻ്റ് ആയി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാവോ? എല്ലാവരും എനിക്ക് ചാറ്റ് ബോക്സിൽ പറയാവോ? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. എല്ലാവരും പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലൂടെ. ഇനി ആകെ വളരെ 2 ക്വസ്റ്റ്യൻസേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞു. റൈറ്റ്, റെഡി മക്കളെ? അടുത്ത ചോദ്യത്തിലൂടെ. യൂസ് ഗോസസ് ലോ ടു ഒബ്റ്റൈൻ ദ എക്സ്പ്രഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ്. ഒരു യൂണിഫോംലി ചാർജ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് മൂലമുള്ള എന്നാണ് കണ്ടുപിടിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. ലാസ്റ്റ് ഡെറിവേഷൻ ആണ്. ഇതോടുകൂടി നമ്മുടെ ഡെറിവേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ശ്രദ്ധിക്കണം, നിസ്സാരമായിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന ഡെറിവേഷനാണ്. വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഡെറിവേഷനാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. റൈറ്റ്, ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് വിചാരിക്കുക. ദിസ് വൺ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. സെറ്റ്, ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. സോ ഇതുമൂലം ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഒരു പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ പി ഉൾപ്പെടുന്ന തരത്തിൽ നമ്മൾ എന്തെടുക്കാൻ പോവാണ്? ഗോഷ്യൻ സർഫേസ് നമ്മൾ കൺസിഡർ ചെയ്യാം. നമ്മൾ ഗോഷ്യൻ സർഫേസ് എടുക്കുവാണ്. നോക്കടാ, എല്ലാവരും ശ്രദ്ധിച്ചത് ഗോഷ്യൻ സർഫേസ്. ഈ സൈഡിലോട്ട് മാത്രം എടുത്താൽ പോരാ, 2 വശങ്ങളിലോട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ബോത്ത് സൈഡ് നമ്മൾ എന്തെടുക്കാൻ പോവാണ്? ഗോഷ്യൻ സർഫേസ് എടുത്തു. ഓക്കെ, ഒരേപോലെ തന്നെ പാരലൽ തന്നെ വരയ്ക്കണോടാ. ഓക്കെ ഫൈൻ. ഓക്കെ റെഡി. ഇവിടെ കടന്നു പോകുന്ന റീജിയൻ കൂടി ഞാൻ മാർക്ക് ചെയ്തു. ഫൈൻ, ഗോഷ്യൻ സർഫേസ് എടുത്തു. ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്ഷൻ വരയ്ക്കണം. സോ 2 പോയിന്റ്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, പുറത്തോട്ടായിരിക്കും. എല്ലാവർക്കും അറിയാം, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട്. സോ ഡയറക്ഷൻ ഓഫ് ഇ ഇങ്ങോട്ടായിരിക്കും. ഡി എസ് ഏരിയ വെക്ടറും അതേ ഡയറക്ഷനിലായിരിക്കും. സിമിലർ വേ ഇവിടെയാണ് പോയിന്റ് കൺസിഡർ ചെയ്താലും അതേപോലെ തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങോട്ടായിരിക്കും? ഔട്ട് സൈഡ് ഡയറക്ഷനിലായിരിക്കും. അതേ ഡയറക്ഷനിലായിരിക്കും ആരും ഉണ്ടാവുക? ഏരിയ വെക്ടറും ഉണ്ടാവുക. സംശയം വേണ്ട. ഇയും അതുപോലെ തന്നെ ഡി എക്സും എന്താണ്? സെയിം ഡയറക്ഷനിലായിരിക്കും. സെറ്റ് അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സോ ഈ ഒരു റീജിയൻ്റെ ഏരിയ ഡി എസ് ആയിട്ട് എടുക്കാം. ഇവിടെയുള്ള ഏരിയയും ഡി എസ് ആണ്. സോ ഇവിടെ തുളഞ്ഞു കയറുന്ന ഈ ഒരു ഏരിയയും എന്തായിരിക്കും? അതും ഡി എസ് ആയിരിക്കും. സംശയമില്ലല്ലോ. സോ ഈ പോർഷൻസിൻ്റെ ഒക്കെ ഏരിയ എന്താണ് മക്കളെ? അത് ഡി എസ് ആണ്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അടുത്തത്, സപ്പോസ് ഈ കേർവ്ഡ് സർഫേസിൽ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഇഫ് ഐ കൺസിഡർ എ പോയിന്റ് ഹിയർ, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കണം? ഒരു സംശയമില്ല, ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദിസ് ഡയറക്ഷൻ ആയിരിക്കും. പക്ഷേ ഏരിയ വെക്റ്റർ എങ്ങോട്ടായിരിക്കും? ഏരിയ വെക്റ്റർ പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഏരിയ വെക്റ്റർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ അതിനാൽ തന്നെ എന്തു മനസ്സിലാക്കാം? അഥവാ ഈ കേർവ്ഡ് സർഫേസിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇല്ല. ഒരു ഇൻഫൈനൈറ്റ് ചാർജ് ഷീറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കേർവ്ഡ് സർഫേസിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ മക്കളെ? ഫൈ ഈക്വൽ ടു Q/ε0, ഇക്വേഷൻ നമ്പർ 1. സെക്കൻഡ് ഇക്വേഷൻ എന്താ മക്കളെ? ഫൈ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ്.
അല്ലെങ്കിൽ ഇ ഡി എസ്, ഇവിടെ ആംഗിൾ നമുക്ക് അത് മാത്രമല്ല എടുക്കുന്നത്. സോ ഇ ഡി എസ്. സോ ഇവിടെ എൽ എച്ച് എസ് സെയിം ആണ്, അതുകൊണ്ട് തന്നെ ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡി എസ് ഈക്വൽ ടു എന്ത് വരും, Q/ε0. ഇക്വേഷൻ നമ്പർ 3 ആണ്. ഇനി ശ്രദ്ധിക്കടാ, ഈ യൂണിഫോം ആണ് കോമൺലി പുറത്തെടുത്തു. ഇൻറ്റഗ്രൽ ഓഫ് ഡി എസ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും, Q/ε0. ഇക്വേഷൻ നമ്പർ എത്രയാണ്, 4 ആണ്. ഡി എസ് എന്ന് പറഞ്ഞാൽ ഗോഷ്യൻ സർഫേസിൻ്റെ ടോട്ടൽ ഏരിയ ആണ്. സോ ഇവിടെയുള്ള ഏരിയ ഡി എസ് ആണ്, ഇവിടെയുള്ള ഏരിയ എന്താണ്, അതും ഡി എസ് ആണ് കേട്ടോ. 2ds എന്ന് വരും. ക്ലിയർ അല്ലേ? സോ ഇ ഇൻറ്റു 2ds വിൽ ബി ഈക്വൽ ടു Q/ε0. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്യൂവിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം, സിഗ്മ ഈക്വൽ ടു Q/A ആണ്. സോ Q ഈക്വൽ ടു സിഗ്മ A എന്ന് വരും. ക്ലിയർ? സോ Q ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ തുളഞ്ഞു കയറി പോകുന്ന ഈ ഒരു ഏരിയ ആണ്. അതെന്തായിരിക്കും, യെസ്, ഒരു സംശയവും വേണ്ട, അത് ഡി എസ് ആണ്. സോ സിഗ്മ ഡി എസ്. സോ സിഗ്മ ഡി എസ് ഡിവൈഡ് ബൈ ε0. ഇതൊക്കെ ക്യാൻസൽ ചെയ്യാം, ഡി എസും ഡി എസും ക്യാൻസൽ ചെയ്തു. സോ ഗൈസ് വി വിൽ ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ ആസ് ഈക്വൽ ടു സിഗ്മ ബൈ 2ε0 ഈക്വൽ ടു സിഗ്മ ബൈ 2ε0. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. ഇക്വേഷൻ നമ്പർ എത്രയാണ്, ഇക്വേഷൻ നമ്പർ 5 ആണ്. അടിപൊളിയായി മനസ്സിലായില്ലേ, സെറ്റല്ലേ? ഇത് ഇക്വേഷൻ നമ്പർ നമുക്ക് എന്തായാലും കൊടുക്കാം, 6 ആയിട്ട് കൊടുക്കാം. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. വൃത്തിയായി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയാം. ഇതോടുകൂടി നമ്മുടെ എല്ലാ ഡെറിവേഷൻസും കഴിഞ്ഞിരിക്കുന്നു. ഒരേ ഒരു കുഞ്ഞു ചോദ്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. ഒരേ ഒരു കുഞ്ഞു ചോദ്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കാം. ജസ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ. ഒരേ ഒരു ചോദ്യം കൂടി നമുക്ക് പഠിക്കാനുള്ളത്. നോക്കണം. 2 പാരലൽ ലാർജ് തിൻ മെറ്റൽ ഷീറ്റ് ഹാവ് ഈക്വൽ സർഫേസ് ചാർജ് ഡെൻസിറ്റീസ് 26 പോയിന്റ് ഇൻറ്റു 10⁻⁻12 കൂളം പെർ മീറ്റർ സ്ക്വയർ ഇൻ ഓപ്പോസിറ്റ് സൈൻസ്. ഓപ്പോസിറ്റ് സൈൻസ് ആണെങ്കിൽ അവരുടെ ഇടയിലുള്ള ചാർജ് എത്രയാണെന്ന് വിധം നിസ്സാരമായി പറഞ്ഞുതരാൻ ശ്രദ്ധിക്കണം. ഇതൊരു ചാർജഡ് പ്ലേറ്റ് ആണ്, മറ്റൊരു ചാർജഡ് പ്ലേറ്റ് ആണ്. സെയിം സർഫേസ് ചാർജ് ഡെൻസിറ്റിയാണ് രണ്ടിനുള്ളത്. പക്ഷേ ഇവരുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് ആയിരിക്കും, ഒരു സംശയം വേണ്ട. ദിസ് വൺ എന്തായിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും, ഒരു സംശയം വേണ്ട. അങ്ങനെ തന്നെയല്ല അവർ പറയുന്നത്, അങ്ങനെയാണ് അവർ പറയുന്നത്. സർഫേസ് ചാർജ് ഡെൻസിറ്റി ഓപ്പോസിറ്റ് സൈൻ ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് വെച്ച് ആലോചിക്കുക. സോ ദിസ് വൺ സിഗ്മ ആണെങ്കിൽ എന്തായാലും മൈനസ് സിഗ്മ, ലൈക്ക് അങ്ങനെ തന്നെയല്ല അവർ പറയുന്നത്. അത്രേ ഉള്ളൂ, അത് മനസ്സിലാക്കുക. പോട്ടെ, ഇതിന് നടുവിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണെന്ന ചോദ്യം. സോ ഇവൻ എന്ത് ചെയ്യും, ഈ ഡയറക്ഷനിലായിരിക്കും ഇവൺ ആക്ട് ചെയ്യുക, E2 അതേ ഡയറക്ഷനിലായിരിക്കും. ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ എന്തായും, ഇവൻ റിപ്പൽ ചെയ്യും, അവൻ അട്രാക്ട് ചെയ്യും. ലൈക്ക് സോ സിമിലർ വേ നെഗറ്റീവിൻ്റെ അകത്തോട്ടും പോസിറ്റീവിൻ്റെ പുറത്തോട്ടുമാണ്. സോ രണ്ടും സെയിം ഡയറക്ഷനിലായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ എന്ന് ശ്രദ്ധിച്ചേടാ, അങ്ങനെയാണെങ്കിൽ ഈ ഈക്വൽ ടു എന്ത് വരും, E1 പ്ലസ് E2 എന്ന് വരും. റെഡി അല്ലേ? സോ E1 എന്താണ്, സിഗ്മ ബൈ 2ε0. സിഗ്മ ബൈ എന്ത് വരും, 2ε0. ആർക്കും സംശയമില്ലല്ലോ. സിഗ്മ ബൈ 2ε0 പ്ലസ് എന്ത് വരും, സിഗ്മ ബൈ 2ε0. റെഡി? സിഗ്മ പ്ലസ് സിഗ്മ എന്നാൽ 2 സിഗ്മ എന്നല്ല വരിക, 2 സിഗ്മ, റൈറ്റ്? സോ ഈക്വൽ ടു 2 സിഗ്മ ബൈ 2ε0. സിഗ്മ 2 ക്യാൻസൽ ചെയ്ത് അപ്പോൾ എന്ത് വരും, സിഗ്മ ബൈ ε0. ദാറ്റ്സ് ഇറ്റ്. സിഗ്മ ബൈ ε0. സിഗ്മയുടെ വാല്യൂ അവർ നൽകിയിട്ടുണ്ട്. സോ ഈക്വൽ ടു സിഗ്മ എത്രയാണ്, 26.4 ഇൻറ്റു 10⁻⁻12. ε0 എത്രയാണ്, 8.85 ഇൻറ്റു 10⁻⁻12. റെഡി അല്ലേ? രണ്ടും കൂടി ക്യാൻസൽ ചെയ്യട്ടെ. 10⁻⁻12 10⁻⁻12 ക്യാൻസൽ ചെയ്തു. സോ ബാക്കിയുള്ള ടേംസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വരിക, ഈക്വൽ ടു 3 ആണ് അപ്രോക്സിമറ്റ്ലി. സോ 3 കൂളം 3 ന്യൂട്ടൺ പെർ കൂളം എന്ന് വരും. അപ്രോക്സിമറ്റ്ലി 3 ആണ്. സോ 3 ന്യൂട്ടൺ പെർ കൂളം. റെഡി അല്ലേ? അടിപൊളിയായിട്ട് കാര്യം മനസ്സിലായി, അന്തസ്സായി മനസ്സിലായി. അവിടെ സെറ്റ്. ഇതോടുകൂടി നമ്മൾ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സിലെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന അറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് പറഞ്ഞ്. അതിന് നിങ്ങളെ ഒരു കാര്യം ഞാൻ റിമൈൻഡ് ചെയ്യുവാണ്. അതായത് സൈലത്തിൻ്റെ നമ്മുടെ റിപ്പീറ്റർ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ക്രാഷ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് വളരെ ചുരുങ്ങിയ മാസത്തിനകത്ത് നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ക്രാഷ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 2023 വർഷത്തിൽ സൈലം 1238 MBBS വിദ്യാർത്ഥികളെ വാർത്തെടുത്തത്. സോ നിങ്ങൾക്കും അതിനുള്ള സാധ്യതകളും അവസരങ്ങളുമുണ്ട്. സോ അതിനെന്ത് ചെയ്യണം, അതിന് വളരെ നിസ്സാരമായ തുക ഫീസ് കൊടുത്ത് സൈലത്തിൽ വന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സൈലത്തിൻ്റെ ക്രാഷ് കോഴ്സിൽ യെസ് കേരള ടോപ്പേഴ്സിനൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ യൂട്യൂബ് ക്ലാസ്സുകളും ആപ്പിലുള്ള ക്ലാസ്സുകളും കണ്ട നമ്മുടെ വിദ്യാർത്ഥികളായിരുന്നു ഇതുപോലെ ഇത്തരത്തിൽ അടുത്ത വർഷങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫോട്ടോസും ഇതുപോലെ നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾക്കൊരു ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവാൻ വേണ്ടിയുള്ള സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. യെസ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് എന്താണ് ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഈ പറയുന്ന ക്രാഷിൻ്റെ ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഓഫ്ലൈൻ നീറ്റ് കീം ക്രാഷ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുക 2024, റൈറ്റ്? അതിന് പുറമെ എന്താണ് നീറ്റ് എൻ ഗെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് റിവിഷൻ പ്രോഗ്രാം ഉണ്ട്. അതിനെയാണ് എൻ ഗെയിം എന്ന് പറയുക. അതെത്രയാണ്, വെറും 4,499 മാത്രമേ ഉള്ളൂ. സപ്പോസ് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതിന് എത്രയാണ്, 17,700 ഉള്ളൂ. സോ ഇത്രയും എന്താ പറയുക എക്കോണമിക്കലായി ഫീസിബിളായ എമൗണ്ടിൽ വേറെ എവിടെയും നിങ്ങൾക്ക് ക്രാഷ് പ്രോഗ്രാം ലഭിക്കത്തില്ല മക്കളെ. യെസ് അതിന് പുറമെ കീമാണ് നിങ്ങൾ ഓൺലൈനായിട്ട് എൻ ഗെയിമിലൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 4,999 മാത്രമേ ഉള്ളൂ.
ക്വറ്റ് ആണെങ്കിൽ 1500 റുപ്പീസ് 1499 റുപ്പീസ് മാത്രമേ ഉള്ളൂ. സോ റൈറ്റ്. സോ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് സൈലത്തിലൂടെ നേടിയെടുക്കാൻ പറ്റും. എനിക്കും ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെ നിങ്ങളെ പോലെ +2 ഒക്കെ ആവുന്ന സമയത്ത് എനിക്കൊരു ഡോക്ടർ ആവണം, എനിക്കൊരു എഞ്ചിനീയർ ആവണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നീട് എൻ്റെ +2ൻ്റെ പഠനത്തോടുകൂടി ഞാനതൊക്കെ നിർത്തി. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മക്കളെ. സോ അതിനാൽ തന്നെ സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ കൈപിടിച്ച് നടത്താൻ സൈലം എന്നും നിങ്ങളുടെ കൂടെയുണ്ട്. വൃത്തിയായി തന്നെ അടിപൊളിയായി തന്നെ പഠിക്കാൻ നിങ്ങളൊന്ന് തയ്യാറായി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന ചിത്രത്തിലുള്ള ആളുകളെ പോലെ തന്നെ, നിങ്ങളുടെ സീനിയേഴ്സിനെ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയും ഇതുപോലെ വരും. സോ ജസ്റ്റ് സൈലം പറയുന്നത് കേട്ട് കുറച്ച് മാസങ്ങളൊന്ന് കൂടെ നിന്ന് തന്നാൽ മാത്രം മതി, ഒന്ന് ക്രാഷ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. അടിപൊളി ഉഗ്രൻ മാർക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. എല്ലാവരും തയ്യാറല്ലേ? യെസ്, എല്ലാവരും തയ്യാറാണെങ്കിൽ നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പറൊക്കെ നിങ്ങൾക്ക് കണ്ടു എന്ന് വിചാരിക്കുന്നു. റൈറ്റ്, മുന്നോട്ട് പോവാം. യെസ് അല്ലെങ്കിൽ താഴെ കോൺടാക്ട് നമ്പറൊക്കെ സ്ക്രോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ആറ്റംസിലോട്ട് കിടക്കാം. അടുത്ത നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ആറ്റംസ് എന്ന് പറയുന്നത്. കുഞ്ഞു ചാപ്റ്ററാണ്, അധികമൊന്നും പഠിക്കാനില്ല. വളരെ ചുരുങ്ങിയ സമയത്തിൽ ഒരു 20 മിനിറ്റ്സിലൊക്കെ നമുക്ക് ആറ്റംസ് തീർക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് നോക്കിക്കേ. റെഡി? 20 മിനിറ്റ്സിൽ നമുക്ക് തീർക്കാം. റെഡി? യെസ്, വായോടാ. ആറ്റംസ്. റേഡിയസ് ഓഫ് ദ nth ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് പ്രൊപ്പോർഷണൽ ടു ഡാഷ്. nth ഓർബിറ്റിൻ്റെ റേഡിയസ് എത്രത്തോളം പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ എന്തുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം, R ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ? n² h² πm² ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? സോ R ഈസ് പ്രൊപ്പോർഷണൽ ടു എന്ത് വന്നു? n² എന്ന് പറഞ്ഞു. R ഈസ് പ്രൊപ്പോർഷണൽ ടു n² എന്ന് വന്നു. റൈറ്റ്? യെസ്. സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് R ഈസ് പ്രൊപ്പോർഷണൽ ടു n². അടിപൊളിയായില്ലേ? അന്തസ്സായി മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലടാ? സെറ്റ്. അടുത്തതിലൂടെ കിടക്കട്ടെ. അടുത്ത, the potential energy of an electron in a second excited state of hydrogen atom is dash. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കുഞ്ഞു പരിപാടിയാണ്. മനസ്സിലാക്കിയോ? ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. n = 1 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അതിൻ്റെ എനർജിയാണ് -13.6. n = 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അതിൻ്റെ എനർജിയാണ് -3.40 ഇലക്ട്രോൺ വോൾട്ട്. n = 3 ആണ് എന്ത് പറയുക? യെസ്, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുക. അവിടെയുള്ള എനർജി -1.51 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ അതുപോലെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം, നിങ്ങളത് പഠിക്കണം. ഇവിടെ എന്താ പറയുന്നത് അവർ? യെസ്, ഇവിടെ അവർ പറയുന്നത് എത്രയാണ്? സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നു. സോ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള എനർജി എത്രയാണ്? എൻ്റെ മക്കളൊന്ന് പറഞ്ഞേടാ. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള എനർജി അഥവാ n = 3 ആവുന്ന സമയത്തുള്ള എനർജി എത്രയാണ്? ഇവിടെ 1.5 ആണ്. ആക്ച്വലി അത് -1.51 ആണ് കേട്ടോ. അതുകൂടി മനസ്സിലാക്കുക. -1.51 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ആ എനർജി നിങ്ങളുടെ മനസ്സിൽ വേണം. സോ ദാറ്റ് ഈസ് -1.51 ഇലക്ട്രോൺ വോൾട്ട്. അത് ഓക്കെ അല്ലേ? അതാണ് എനർജി എന്ന് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നിസ്സാരമായി തന്നെ കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എന്താണ്? 2 ടൈംസ് ഓഫ് ടോട്ടൽ എനർജിയാണ്. സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ എന്ത് വരും? 2 × -1.51 എന്ന് വരും. സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എത്രയായിരിക്കും വരിക മക്കളെ? -3.02 എന്ന് വരും ഇലക്ട്രോൺ വോൾട്ട്. -3.02 ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് നമ്മൾ എന്ന് പറയുക പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുക. സോ ഓപ്ഷൻ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. ക്ലിഞ്ചറായി മനസ്സിലായില്ലേ? സോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് ടോട്ടൽ എനർജിയാണ്. നിങ്ങൾക്ക് അറിയണം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. നിങ്ങൾക്ക് അറിയേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ്. അടുത്തതിലൂടെ കിടക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു എനർജി ലെവലൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് വേണോ? നിങ്ങൾക്ക് അറിയാം. n = 1 ആണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്, 2 ആണെങ്കിൽ ഫസ്റ്റ് എക്സൈറ്റഡ്, 3 ആണെങ്കിൽ സെക്കൻഡ് എക്സൈറ്റഡ്, 4 ആണ് തേർഡ് എക്സൈറ്റഡ്. അതിൻ്റെയൊക്കെ പഠിച്ചു വെച്ചോ. അതിൽ ഫോം ചെയ്യുന്ന സ്പെക്ട്രവും നിങ്ങൾക്കറിയണം. അതായത് മനസ്സിലാക്കുക, എല്ലാവരും മനസ്സിലാക്കുക. അത് ഹയർ എനർജി ലെവലിൽ നിന്ന് ഒന്നാമത്തെ എനർജി ലെവലിലോട്ട് വരുവാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എന്താണ്? ലൈൻമാൻ സീരീസ് ആണ്, അടുത്ത ബാൾമർ സീരീസ് ആണ്, അടുത്ത പാസ്കൽ ആണ്, അടുത്ത ബ്രാക്കറ്റ് ആണ്. ക്ലിയർ അല്ലേ? റെഡി. അതായത് ഈ ലൈൻമാൻ സീരീസ് ഉള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് ആണ്. ബാൾമർ സീരീസ് ഉള്ളത് വിസിബിൾ റീജിയണിലാണ്. പാസ്കൽ സീരീസും അതുപോലെ തന്നെ ബ്രാക്കറ്റ് സീരീസും ഉള്ളത് ഇൻഫ്രാറെഡ് റീജിയണിലാണ്. ഇതൊക്കെ ജസ്റ്റ് പഠിച്ചു വെച്ചോ, അറിയേണ്ടതാണ് കേട്ടോ. റൈറ്റ്, ഫൈൻ. അടുത്ത ചോദ്യത്തിലൂടെ നടക്കുന്നു, ശ്രദ്ധിക്കണം. ഡയഗ്രാം ഷോസ് ദ 4 എനർജി ലെവൽ ഓഫ് ഇലക്ട്രോൺ ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഐഡന്റിഫൈ ദ ട്രാൻസിഷൻ വിച്ച് എമിറ്റഡ് ഫോട്ടോൺ വിൽ ഹാവ് ഹയസ്റ്റ് എനർജി. ഇതിൽ ഏത് ട്രാൻസിഷനാണ് കൂടുതൽ എനർജി എമിറ്റ് ചെയ്യുക? എപ്പോഴും നമുക്കറിയാം
ഒരു അകത്തുള്ള ഇലക്ട്രോണിനെക്കാളും ഇന്നർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിനേക്കാളും ഔട്ടർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന് എനർജി കൂടുതലായിരിക്കും. സോ ഔട്ടർ ഓർബിറ്റിൽ നിന്ന് ഇന്നർ ഓർബിറ്റിലോട്ട് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് അവിടെ എന്ത് എമിറ്റ് ചെയ്യുക? യെസ്, എനർജി റേഡിയേഷൻ രൂപത്തിൽ എമിറ്റ് ചെയ്യുക. അതുമൂലമുള്ള സ്പെക്ട്രമാണ് നമ്മളിപ്പോൾ കണ്ടത്, അറ്റോമിക് സ്പെക്ട്രമാണ് കണ്ടത്. സോ സിമിലർ വേ ഇവിടെ ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലോട്ടുള്ള ഇലക്ട്രോൺസിന് ട്രാൻസിഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. സോ ഏത് ട്രാൻസിഷനിലാണ് കൂടുതൽ എനർജി എമിറ്റ് ചെയ്യുക എന്നതാണ് ചോദ്യം. നിസ്സാരമല്ലേ? സോ ആദ്യം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ മക്കൾ എല്ലാവരും മനസ്സിലാക്കാം. n=1 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയ എനർജി എത്രയാണ്? -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. നിങ്ങൾക്കറിയാം n=2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അതിൻ്റെ എനർജി -3.40 ആണ്. n=3 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അതിൻ്റെ എനർജി -1.50 ഇലക്ട്രോൺ വോൾട്ട് ആണ്. 4 എന്ന് പറഞ്ഞാൽ തേർഡ്, സോ -0.85 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിനകത്ത് ഉറപ്പിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ട്രാൻസിഷനും അനുയോജ്യമായ എനർജി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ എ എന്ന് പറയുന്ന ഫസ്റ്റ് കേസ് നോക്കണം. അതായത് മൂന്നാമത്തതിൽ നിന്ന് ഒന്നാമത്തതിലോട്ട് ജമ്പ് ചെയ്യുന്നു. എവിടെയാണ് അതിന് എനർജി കൂടുതൽ? യെസ്, മൂന്നാമത്തെ സ്റ്റേറ്റിലായിരിക്കും എനർജി കൂടുതൽ. ഇത് കുറവുള്ള എനർജിയാണ്, ശരിയല്ലേ? ഇത് -1.0യും -13.6 ഏതാ വലുത്? -1.0 ആണ്. സോ അതൊന്ന് മൈനസ് ചെയ്യാം മക്കളെ. സോ -1.51, ശരിയല്ലേ? -1.51 51 ഓർ 50 കേട്ടോ, എങ്ങനെ വേണം എടുക്കാം? 51 എടുക്കാം. -1.51 നിന്ന് എങ്ങോട്ടാണ്? -13.6 -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ഇത് ജമ്പ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ ആൻസർ വരിക? 12.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഞാൻ ഇക്വേഷൻ നമ്പർ 1 അയച്ചു കൊടുക്കുന്നത്. 12.1 ഇലക്ട്രോൺ വോൾട്ട്. അതായത് ഈ പറഞ്ഞ മൂന്നാമത്തതിൽ നിന്ന് ഒന്നാമത്തതിലുള്ള ട്രാൻസിഷൻ ആണ്. അത് 12.1 ഇലക്ട്രോൺ വോൾട്ട് എനർജി ആയിരിക്കും റിലീസ് ചെയ്യുക. റൈറ്റ്, അടുത്ത നെക്സ്റ്റ് വൺ ശ്രദ്ധിച്ചോടാ. അടുത്തത് ശ്രദ്ധിച്ചോ. ബി എന്ന് പറയുന്നത് എവിടെ നിന്ന് ഇങ്ങോട്ടാണ്? നാലാമത്തത് നിന്ന് മൂന്നാമത്തതിലോട്ടാണ്. സോ എന്ത് വരും? ഈ ബി ഈക്വൽ ടു എന്ത് വരടാ? നാലാമത്തതിലുള്ള എനർജി എത്രയാണ്? -0.85 മൈനസ് മൂന്നാമത്തെ എത്രയാണ്? -1.51. സോ -1.51 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുക? 0.7 ഇലക്ട്രോൺ വോൾട്ടാണ് കിട്ടുക. നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ദാറ്റ്സ് ഇറ്റ്. സോ ഇക്വേഷൻ നമ്പർ എന്ത് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. സിമിലർ വേ അടുത്ത എവിടെ നിന്ന് എങ്ങോട്ടാണ്? സി എന്ന് പറയുന്നത് രണ്ടാമത്തതിൽ നിന്ന് ഒന്നാമത്തിലോട്ട്. സോ -3.40. സോ ഈ സി ഈക്വൽ ടു എന്ത് വരും? -3.40 മൈനസ് എത്രയാണ്? അടുത്ത എത്രയാണ് മക്കളെ? ശ്രദ്ധിക്കടാ, ഒന്നാമത്തെ അല്ലേ? സോ -13.6. സോ ആൻസർ എത്രയായിരിക്കും വരിക? 10.02 ഇലക്ട്രോൺ വോൾട്ട് ആണ് വരിക. 10.02 ഇലക്ട്രോൺ വോൾട്ട് നിങ്ങൾക്ക് അറിയേണ്ടതാണ് മക്കളെ. ഫൈൻ. സോ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 3 ആണ്. അടുത്ത ശ്രദ്ധിക്കടാ, ഇ ഡി നാലാമത്തെ. ഇ ഡി നോക്കടാ, എവിടെ നിന്ന് എങ്ങോട്ടാണ്? തേർഡിൽ നിന്ന് സെക്കൻഡിലോട്ടാണ്. സോ -1.51 മൈനസ് എത്രയായിരിക്കും വരിക? യെസ്, -3.40. സോ അതിൻ്റെ ആൻസർ എത്രയാണ്? 1.9 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. സോ ദിസ് വൺ ഈസ് ഇക്വേഷൻ നമ്പർ 4. സോ ഏതിനാണ് മാക്സിമം എനർജി റിലീസ് ചെയ്യുക? ഏത് ട്രാൻസിഷനാണ് ഹയസ്റ്റ് എനർജി റിലീസ് ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിൽ ഏറ്റവും വലുത് ഏതാണ് നോക്കിക്കുക മക്കളെ? ഇതിൽ ഏറ്റവും വലുത് ഇ എ ആണ്. സോ ഇ എ ഈസ് ദ റൈറ്റ് ആൻസർ. സോ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുക കേട്ടോ. എ ആണ് ആൻസർ. ക്രിസ്റ്റൽ ക്ലിയർ അല്ല? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? പരീക്ഷകളിൽ ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. എൻ്റെ മക്കൾക്ക് അറിയേണ്ടതാണ്, എൻ്റെ മക്കൾ പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതിലൂടെ കിടക്കാം. അപ്പം കുറച്ച് വെള്ളം കുടിക്കട്ടെ. കുറച്ച് കാര്യങ്ങൾ ഇനി പഠിക്കാനുള്ളൂ കേട്ടോ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാനുള്ളൂ. നിസ്സാരമായ ചോദ്യങ്ങൾ തന്നെയാണ്. അടുത്തത് നെക്സ്റ്റ് വൺ. ദ റേഡിയസ് ഓഫ് ദ ഇന്നർമോസ്റ്റ് ഇലക്ട്രോൺ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് 5.3 × 10⁻11. ദ റേഡിയസ് ഓഫ് n ഈക്വൽ ടു തേർഡ് ഓർബിറ്റ്. n ഈക്വൽ ടു തേർഡ് ഓർബിറ്റ് എന്ന് വെച്ചാൽ ഫോർത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ് അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. മനസ്സിലാക്കുക. n ഈക്വൽ ടു 3 എന്ന് ഡയറക്റ്റായി തന്നിട്ടുണ്ട്. ഇക്വേഷൻ കണ്ടുപിടിക്കാം. സിമ്പിളാണ്. R3 അല്ലെങ്കിൽ Rn ഈക്വൽ ടു എന്താണ്? n² R1 ആണ്. ഇവിടെ R3 ഈക്വൽ എന്ത് വരും? 3² R1 എന്ന് വരും. സോ R3 ഈക്വൽ ടു 9 × R1 എത്രയാണ്? 5.3 × 10⁻11 ആണ്. സോ R3 ഈക്വൽ എത്രയാണ്? 9 × 4. എത്രയാണ്? യെസ്, 4. ഇവിടെ 10⁻10 ടേംസിലല്ലേ? സോ 4.77 × 10⁻10 മീറ്റർ ആയിരിക്കും വരിക. റെഡി? സോ ദിസ് വൺ ഈസ് അവർ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേ? ക്രിസ്റ്റൽ ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി കേട്ടോ. അടുത്ത, എ ഫോട്ടോൺ ബീം ഓഫ് എനർജി 1.21 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഇൻസിഡന്റ് ഓൺ എ ഹൈഡ്രജൻ ആറ്റം. ദ ഓർബിറ്റ് അറ്റ് വിച്ച് ദ ഇലക്ട്രോൺ ഓഫ് ഹൈഡ്രജൻ ആറ്റം ടു ബി എക്സൈറ്റഡ്. നിസ്സാരമായ കാര്യമാണ്, ശ്രദ്ധിക്കണം. വളരെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, അഥവാ n ഈക്വൽ ടു 1 ആണ്. ഇവിടെ എനർജി എത്രയാണ്? -13.6 അല്ലേ? -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇങ്ങോട്ട് ഒരു ലൈറ്റ് ബീം വന്ന് പതിക്കുകയാണ്.
ഒരു ലൈറ്റ് ബീം വന്ന് പതിച്ചു എന്ന് വിചാരിക്കുക. അതിൻ്റെ എനർജി എത്രയാണെന്ന് അവർ പറയുന്നത് 12.1 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ലൈറ്റ് ബീം വന്ന് പതിക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ അത് അബ്സോർബ് ചെയ്യും. എന്നിട്ട് അത് എത്രത്തോളം ഏത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ടായിരിക്കും അത് ഉയരുക എന്നാണ് ചോദ്യം. അത് ഏത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ടായിരിക്കും ഉയരുക? സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഈ എനർജിയും കൂടി കൂട്ടിക്കുക മക്കളെ. രണ്ട് എനർജിയും കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക? രണ്ട് കൂടി കൂട്ടിക്കുക. അതായത് -13.6 + 12.1 ആൻസർ എത്ര കിട്ടുക? -1.51 ഇലക്ട്രോൺ വോൾട്ട്. അതാണ് നമുക്ക് കിട്ടുക. സോ -1.51 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ അത് ഏതിൻ്റെ എനർജിയാണ്? എൻ്റെ മക്കളൊന്ന് പറയണം. -1.51 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും എനിക്ക് പറഞ്ഞു തരണം. ഒന്ന് മായ്ച്ച് പ്രോപ്പർലി എഴുതാം. ആൻസർ ഈസ് -1.51 ഇലക്ട്രോൺ വോൾട്ട്. അത് ഏത് എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ എനർജിയാണ്, അല്ലെങ്കിൽ എത്രാമത്തെ ഓർബിറ്റിൻ്റെ എനർജിയാണ് മക്കളെ? എല്ലാവരും പറഞ്ഞ് ആ ഒരു പടം നിങ്ങൾ ആലോചിച്ചാൽ മതി. അതായത് -1.51 എന്ന് പറഞ്ഞ് എത്രാമത്തെയാണ്? മൂന്നാമത്തതിൻ്റെയാണ്. ശരിയല്ലേ? അഥവാ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിനെയാണ്, മൂന്നാമത്തതിൻ്റെയാണ്. സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. സോ n = എന്തായിരിക്കും? 3 ആയിരിക്കും. സോ ആൻസർ ഈസ് തേർഡ് ബി. ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. സെറ്റല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായി. കൺസെപ്റ്റ് മനസ്സിലായി തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോടാ? കൺസെപ്റ്റ് മനസ്സിലായിട്ട് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സംശയമില്ലാലോടാ. അടുത്തതിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, ദ ഷേപ്പ് ഓഫ് ദ ട്രജക്ടറി ഓഫ് ദ സ്കാറ്റേർഡ് ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിളിൻ്റെ സ്കാറ്റേർഡ് ട്രാജക്ടറി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമുക്കറിയാം. ഫൈൻ. ഇത് സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് PZD ആണ്. ഗോൾഡ് ഫോയിലാണെന്ന് വിചാരിക്കുക. റൈറ്റ്. ആൽഫ പാർട്ടിക്കിൾ ഇതാ വരുന്നു. ആൽഫ പാർട്ടിക്കിളാണ്. സോ ഇതാണ് നമ്മുടെ എന്ത് പറയുക? ഇമ്പാക്റ്റ് പാരാമീറ്റർ ബി എന്ന് പറയുക. ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് ഓൺലി ഡിപ്പെൻഡ് അപ്പോൺ ദി ഇമ്പാക്റ്റ് പാരാമീറ്റർ. ഇമ്പാക്റ്റ് പാരാമീറ്റർ അടുത്താണെങ്കിൽ കൂടുതൽ ഡീവിയേറ്റ് ചെയ്യും. ഇമ്പാക്റ്റ് പാരാമീറ്റർ ദൂരെയാണെങ്കിൽ, അകലെയാണെങ്കിൽ, കൂടുതലാണെങ്കിൽ കുറഞ്ഞ ഡീവിയേഷൻ സംഭവിക്കും. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആംഗുലർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ദ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം? സെക്കൻഡ് ഓർബിറ്റിലുള്ള ആംഗുലർ മൊമെൻറ്റം എത്രയാണെന്ന ചോദ്യം. സോ n = എന്താണ്? 2 ആണ്. നമുക്കറിയാം L = എന്താണ്? mvr = nh/2π ആണ്. സോ L = എന്നിൻ്റെ വാല്യൂ എത്ര? 3 ആണ്. സോ 2 ആണ്. സോ 2h/2π എന്ന് വരും. 2 ക്യാൻസൽ എന്ത് വരും? h/π എന്ന് വരും. ദ ആൻസർ ഈസ് h/π. ആൻസർ എന്താണ്? h/π ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുക കേട്ടോ. h/π. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായി. അടുത്തതിലോട്ട് കിടക്കട്ടെ മക്കളെ. എല്ലാവരും തയ്യാറല്ലേ? അടുത്തതിലോട്ട് കിടക്കുന്നു, ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ. The ground state energy of hydrogen atom is -13.6 electron volt. What is the kinetic energy, potential energy of the electron in this state? വളരെ നിസ്സാരമാണ്, ശ്രദ്ധിക്കണം. ടോട്ടൽ എനർജി അല്ലെങ്കിൽ എനർജി ഓഫ് ദാറ്റ് സ്റ്റേറ്റ് വിൽ ബി ഈക്വൽ ടു -13.6 ഇലക്ട്രോൺ വോൾട്ട്. ആദ്യം നമുക്ക് കണ്ടുപിടി കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു വെച്ചാൽ നെഗറ്റീവ് ഓഫ് ടോട്ടൽ എനർജിയാണ്. മൈനസ് ഓഫ് ടോട്ടൽ എനർജി എന്നാണ് പറയുക. വിച്ച് വിൽ ബി ഈക്വൽ ടു -13.6 വിച്ച് വിൽ ബി ഈക്വൽ എത്രയാണ്? 13.6 ഇലക്ട്രോൺ വോൾട്ടാണ്. അത് 13.6 ഇലക്ട്രോൺ വോൾട്ടിന് ഈക്വൽ ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ 2 ടൈംസ് ഓഫ് ടോട്ടൽ എനർജിയാണ്. വിച്ച് വിൽ ഈക്വൽ 2 ടൈംസ് ഓഫ് എന്ത് വരടാ? -13.6. 2 ടൈംസ് ഓഫ് -13.6 എന്ന് വെച്ചാൽ 27.2 എന്ന് വരും. ദാറ്റ് ഈസ് -27.2 ഇലക്ട്രോൺ വോൾട്ട്. അടിപൊളിയായിട്ട് മനസ്സിലായോ? സോ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന എനർജിയുടെ നെഗറ്റീവ് വാല്യൂ ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ എന്തായിരിക്കും മക്കളെ? പൊട്ടൻഷ്യൽ എനർജി അതിൻ്റെ 2 ടൈംസ് ആയിരിക്കും. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക, പഠിക്കുക. സെറ്റ് അല്ലേ? റെഡി. അടുത്തതിലൂടെ കിടക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ വൈ റൂദർഫോർഡ് മോഡൽ ഓഫ് എൻ ഹൈഡ്രജൻ ആറ്റം നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ അറ്റോമിക് സ്ട്രക്ചർ. അതായത് അതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഡ്രോബാക്കുകൾ എന്തൊക്കെയാണ്? റൂദർഫോർഡ് എന്താണ് പറഞ്ഞത്? റൂദർഫോർഡ് പറഞ്ഞു. ഇനി കുറച്ച് സമയം കൂടെ എടുക്കും താങ്കൾ. ഓക്കെ. റൂദർഫോർഡ് എന്താണ് പറഞ്ഞത്? റൂദർഫോർഡ് പറഞ്ഞത് ഈ പറഞ്ഞ ഇലക്ട്രോൺസ് എല്ലാം ഈ പറഞ്ഞ ന്യൂക്ലിയസിന് ചുറ്റും നമിച്ചിരിക്കുന്നു ഞാൻ മക്കളെ. ആശാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ന്യൂക്ലിയസ് അല്ല, ഞാൻ റൂദർഫോർഡിനെ ഉദ്ദേശിച്ചത്. ആശാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ദേ ആർ ആക്സിലറേറ്റഡ് ആയ ചാർജ് പാർട്ടിക്കിൾസ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. സോ അങ്ങനെ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവലി അതിൻ്റെ എനർജി നഷ്ടപ്പെട്ട് സ്പൈറൽ ഡൗൺ ചെയ്തിട്ട് എവിടെ വന്ന് വീഴും? ഈ പറയുന്ന ന്യൂക്ലിയസിൽ വന്ന് വീഴും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആറ്റം ഒരിക്കലും എന്തല്ല? സ്റ്റേബിൾ അല്ല. സോ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ പറ്റി ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല? റൂദർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ സ്പെക്ട്രത്തെക്കുറിച്ചൊന്നും ഒരക്ഷരം ആശാൻ മിണ്ടിയിട്ടില്ല. സോ ഇതൊക്കെയാണ് ഡ്രോബാക്കുകൾ എന്ന് പറയുന്നത്. ശബരി സാർ ഇങ്ങനെ ചളിയെ കടിക്കും, കണക്കാക്കേണ്ട, വിട്ട് കളയണം. മരുന്ന് കഴിക്കാൻ പറഞ്ഞാണ്, കേട്ടിട്ടില്ല. മരുന്ന് കഴിച്ചിട്ടില്ല, അതിൻ്റെ കേടാണ് കാണുന്നത്. ശരിയായിക്കോളും. അടുത്ത ശ്രദ്ധിക്കണം. What is the ratio of radii of the orbit corresponding to first excited state and ground state of hydrogen atom? ഇവിടെ റേഡിയസിൻ്റെ റേഷ്യോ എത്രയാണെന്ന് ചോദിക്കും. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റും അതുപോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റും തമ്മിലുള്ള റേഡിയസിൻ്റെ റേഷ്യോ എത്രയാണെന്ന ചോദ്യം. എങ്ങനെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, R ഈസ് പ്രപ്പോർഷണൽ ടു n² ആണ്. സോ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ എത്രയായിരിക്കും? ഫസ്റ്റ് എക്സൈറ്റഡ് എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്.
ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ് 1 ആണ്. സോ R2 ഈസ് പ്രപ്പോർഷണൽ ടു 2 സ്ക്വയർ എന്നും R1 ഈസ് പ്രപ്പോർഷണൽ ടു 1 സ്ക്വയർ എന്ന് വരും. ക്ലിയർ അല്ലേ? ഇവിടെ ഏതൊക്കെ നമ്മളുടെ റേഷ്യോ ആണ്? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റും ഗ്രൗണ്ട് സ്റ്റേറ്റുമാണ്. സോ R2/R1 ഈക്വൽ എന്ത് വരും? 4/1, ദാറ്റ് ഈസ് 4:1 എന്ന് വരും. അതാണ് നമ്മുടെ എന്തെന്ന് പറയുക ആൻസർ എന്ന് പറയുക 4:1. നിങ്ങൾക്ക് അറിയേണ്ടതാണ് കേട്ടോ. അടുത്തോട്ട് കിടക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ. ദ റേഡിയസ് ഓഫ് ഇന്നർമോസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ നമുക്ക് നൽകിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് ഓഫ് ദ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്? സിമിലർ ക്വസ്റ്റ്യൻ ചെയ്താണ് മക്കളെ. Rn ഈക്വൽ എന്താണ്? n²R1 ആണ്. സോ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ സോ R3 ഈക്വൽ എന്ത് വരും? 3² ഇൻറ്റു R1 എത്രയാണ്? 5.3 ഇൻറ്റു 10⁻⁻11. സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് മീറ്ററിൽ കിട്ടും. ഓക്കെ റെഡി? ഓക്കെ ശരി, നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അടുത്ത് വാട്ട് ഈസ് മെൻ ബൈ അയോണൈസേഷൻ എനർജി? റൈറ്റ് ദ വാല്യൂ ഓഫ് ഹൈഡ്രജൻ ആറ്റം. എന്താണ് അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കറിയാം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഇൻഫിനിറ്റിയിലോട്ട് കൊണ്ടുപോകാൻ എത്രത്തോളം എനർജി ആവശ്യമാണ്, അതിനെയാണ് അയോണൈസേഷൻ എനർജി എന്ന് പറയുക. ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ അയോണൈസേഷൻ എനർജി എത്രയാണ്? 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. നിങ്ങൾക്ക് അറിയണം കേട്ടോ. അതിൻ്റെ ആൻസറൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്തതിലോട്ട് കിടക്കാം. റൈറ്റ് ടു ലിമിറ്റേഷൻസ് ഓഫ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആൻ ആറ്റം. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. എന്താണ് സ്റ്റെബിലിറ്റിയെ പറ്റിയും സ്ട്രക്ചറിനെ സ്പെക്ട്രത്തെ പറ്റിയൊന്നും ആശാൻ പറയാൻ പറ്റിയില്ല. ഡിഫൈൻ ദ ടേം ഇമ്പാക്റ്റ് പാരാമീറ്റർ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. എന്താണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ, എന്താണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ബി ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഇമ്പാക്റ്റ് പാരാമീറ്റർ വെൻ ദ സ്കാറ്ററിംഗ് ആംഗിൾ 0 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി? സ്കാറ്ററിംഗ് ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്തായിരിക്കും മക്കളെ? യെസ് ഫൈൻ. സ്കാറ്ററിംഗ് ആംഗിൾ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതേപോലെ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ പാസ് ചെയ്ത് പോയി. അങ്ങനെ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ പാസ് ചെയ്ത് പോയാൽ എത്രയായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. 180 ഡിഗ്രി എന്ന് വെച്ചാൽ റീട്രേസസ് ഇറ്റ്സ് പാത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇമ്പാക്റ്റ് പാരാമീറ്റർ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ഈ കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, പഠിക്കുക. പിന്നെ എന്താണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ, അതുപോലെ തന്നെ എന്താണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്? ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ പറയുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ ട്രജക്ടറിയിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുക? ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറയുക. ലൈക്ക് ഇതാണ് സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ്. ഗോൾഡ് ഫോയിലെ ന്യൂക്ലിയസ് ആണ്. സോ അതിൻ്റെ സെൻറ്ററാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇത് ആൽഫ പാർട്ടിക്കിളിൻ്റെ ട്രജക്ടറിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടറും ഈ പറയുന്ന സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബി ആണെന്ന് പറയുക ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറയുക. ഹെഡ് ഓൺ കൊളിഷൻ്റെ സമയത്ത് ഇമ്പാക്റ്റ് പാരാമീറ്റർ എത്രയായിരിക്കും? 0 ആയിരിക്കും. കാരണം ഹെഡ് ഓൺ കൊളിഷൻ മീൻസ് ഇങ്ങനെയല്ലേ ആൽഫ പാർട്ടിക്കിൾ വരിക. സോ അങ്ങനെയാണെങ്കിൽ ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്തായിരിക്കും? 0 ആയിരിക്കും. ആ സമയത്തുള്ള ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് എത്രയായിരിക്കും? തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. റീട്രേസസ് ഇറ്റ്സ് പാത്ത് എന്നാണ് പറയുക. അടുത്ത ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് നിസ്സാരമാണ് മക്കളെ. ഇതാണ് നമ്മുടെ ഗോൾഡ് ഫോയിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ കടന്നു വരുന്നു. ആൽഫ പാർട്ടിക്കിൾ നോക്കടാ ചാർജ് എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസിൻ്റെ ചാർജിന് ഈക്വൽ ആണ്. സോ അവൻ ഇങ്ങനെ വരുന്നു. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തുമ്പോൾ ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആ വഴിയെ തന്നെ തിരിച്ചു പോകും. കണ്ടം വഴി ഓടുന്നൊക്കെ കേട്ടില്ലേ, അതുപോലെ വന്ന വഴിയെ തന്നെ തിരിച്ചു പോകും. സോ ഈ പറയുന്ന ആൽഫ പാർട്ടിക്കിൾ ഈ ന്യൂക്ലിയസിനോട് എത്രത്തോളം അടുത്തോട്ട് വന്നു, ആ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുക. അതിനെയാണ് ഡി എന്ന് വിളിക്കുക. അതിനെ എന്താണ് വിളിക്കുക? ഡി എന്നാണ് വിളിക്കുക. അതിൻ്റെ ഇക്വേഷൻ കൂടി പറഞ്ഞുതരാം. അവിടെ കൈനറ്റിക് എനർജി എന്തായിരിക്കും മക്കളെ? ഒരു സംശയമില്ല. അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി കെ ഇ ഈക്വൽ എന്തായിരിക്കും? ½mv² ആയിരിക്കും. സംശയമില്ല. പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും മക്കളെ? എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയണം. 1/4πε0 Q1 Q2 /R ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാലോ. കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം നമുക്ക് പറയാം കൈനറ്റിക് എനർജി എന്തിന് ഈക്വലാണ്? പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വലാണ്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു 1/4πε0 Q1 പകരം അല്ലെങ്കിൽ Q1 Q2 ഇവിടെ എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? R പകരം ഇവിടെ ഡിസ്റ്റൻസ് എന്താണ്? ഡി അല്ലടാ. സോ ഡി എന്ന് എഴുതി. സോ ഡി ക്ലിയർ അല്ലേ? സോ ഡി ഈക്വൽ ടു എന്ത് എഴുതാം? 1/4πε0 Q1 പകരം ചാർജ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ 2e, Q2 പകരം ZE ന്യൂക്ലിയസിൻ്റെ ചാർജ് കൈനറ്റിക് എനർജി എഴുതാം. ഇതാണ് ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഇക്വേഷൻ മനസ്സിലാക്കി വെച്ചോ. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ ഭാഗത്തും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുണ്ട്, ചോദിക്കാറുണ്ട്. യെസ്, റൈറ്റ് ദ ഡ്രോബാക്ക് ഓഫ് റൂദർഫോർഡ്. പല തവണ അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നു. വൈ ദിസിൽ ഇല്ല. ഹൗ ദിസ് ഇസ് ഓവർകം ബൈ ദ ബോർ പോസ്റ്റ്ലേറ്റ്. സോ ബോർ പോസ്റ്റ്ലേറ്റ് ആണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെങ്ങനെ ബോർ പോസ്റ്റ്ലേറ്റിൽ ഓവർകം ചെയ്തു? ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് സ്റ്റേറ്റ് സിലബസിൻ്റെ പരീക്ഷയിൽ ആ ചോദ്യം ചോദിച്ചു. ബോർ പോസ്റ്റ്ലേറ്റ് ചോദിച്ചിട്ടുണ്ട്. നിസ്സാരമാണ് മക്കളെ. എന്താണ് ഈ ബോർ? എന്താണ് ആശാൻ പറഞ്ഞത്? റൂദർഫോർഡ് പറഞ്ഞ പോലെ തോന്നിയ പോലെ എവിടെയെങ്കിലും അല്ല ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത്. ഇലക്ട്രോൺ സെർട്ടൈൻ സ്റ്റേഷനറി ഫിക്സ്ഡ് ഓർബിറ്റുകളിലൂടെയാണ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞു വെച്ചാൽ L = mvr = ഇറ്റ് ഈസ് ദ ഇൻഡിജർ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്നാണ് പറഞ്ഞത്. ആര്? നമ്മുടെ സ്വന്തം ബോറും പറഞ്ഞത്. അവിടെ പാരാമീറ്റേഴ്സ് ഒക്കെ ജസ്റ്റ് മനസ്സിലാക്കി. N എന്ന് പറഞ്ഞാൽ ഇൻറ്റീജേഴ്സ് ആണ്. 1 2 3 4 തുടങ്ങിയ ഇൻറ്റീജേഴ്സ് ആണ്. M മാസ്, V ഓർബിറ്റൽ വെലോസിറ്റി, R എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. അതിന് പുറമെ ആസ് ഫാർ ആസ് ദ ഇലക്ട്രോൺ റിവോൾവ് ത്രൂ ദ സ്റ്റേഷനറി ഓർബിറ്റ് ആൻ ആറ്റം വിൽ നോട്ട് റേഡിയേറ്റ് എനർജി. ഞാൻ പറഞ്ഞ കാര്യമാണ്. അതായത് ന്യൂക്ലിയസിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഓർബിറ്റുകളിൽ എനർജി കുറവും
ഔട്ടർ ഓർബിറ്റുകളിൽ എനർജി കൂടുതലുമാണ്. ഒരു സ്റ്റേഷനറി അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ഓർബിറ്റുകളിലൂടെ റിവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ ഒരിക്കലും എനർജി റേഡിയേറ്റ് ചെയ്യില്ല. എപ്പോഴാണ് എനർജി റേഡിയേറ്റ് ചെയ്യുക? ഒരു ഔട്ടർ ഓർബിറ്റിൽ നിന്ന് ഇന്നർ ഓർബിറ്റിലോട്ട് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടത്തുമ്പോഴാണ് അതിനകത്തുള്ള എനർജി പുറത്തോട്ട് റേഡിയേഷൻ ആയിട്ട് എമിറ്റ് ചെയ്യുക. സോ ആ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ യെസ്, അതാണ് സെക്കൻഡ് പോയിന്റ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ ബോറിൻ്റെ പോസ്റ്റ്ലേറ്റ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോ. അതുപോലെ തന്നെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഒന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യുക. സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് എങ്ങനെയാണ് പിടിച്ചതെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ സ്വന്തം ഗോൾഡ് ഫോയിൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സോഴ്സ് ഓഫ് ആൽഫ പാർട്ടികളാണ്. ഇവിടെ നിന്ന് ആൽഫ പാർട്ടികൾ ഇവിടെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇത് സ്കാറ്റർ ചെയ്തു, കുറേയൊക്കെ സ്കാറ്റർ ചെയ്ത് പോയി. ആ സ്കാറ്ററിംഗ് മനസ്സിലാക്കാൻ വേണ്ടി ചുറ്റും എന്ത് ഇട്ട് വെച്ചിട്ടുണ്ട്? വേലിയല്ല. ഇതാണ് സ്ക്രീൻ എന്ന് പറയുന്നത്. ഈ സ്ക്രീനിനകത്ത് എന്ത് കോട്ട് ചെയ്തിട്ടുണ്ട്? സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ആൽഫ പാർട്ടികൾ ഇൻസിഡൻസ് ചെയ്യുകയാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിങ്ക് സൾഫൈഡ് ചുറ്റും കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, മനസ്സിലാക്കുക. സോ ഇവിടുത്തെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒബ്സർവേഷനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് ആൽഫ പാർട്ടിക്കിൾസിനും ഒരു തരം ഡീവിയേഷനും ഇല്ല. അതിൻ്റെ പാത്തിൽ ഒരു ഡീവിയേഷനും ഇല്ലാതെ അവൻ നേരിട്ട് എന്ത് ചെയ്തു? കടന്നുപോയി, അല്ലെങ്കിൽ വെരി സ്മോൾ ഡീവിയേഷനിൽ കടന്നുപോയി. 0.14% മാത്രമേ 1 ഡിഗ്രിക്ക് മുകളിൽ ഡീവിയേറ്റ് ചെയ്തിട്ടുള്ളൂ. 8001 എന്ന കണക്കിൽ മാത്രമേ 90 ഡിഗ്രിക്ക് മുകളിൽ ഡീവിയേറ്റ് ചെയ്തിട്ടുള്ളൂ. വളരെ 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 ചെറിയ ഫ്രാക്ഷൻ മാത്രമേ പോയ വഴിയേ തന്നെ തിരിച്ചു വന്നിട്ടുള്ളൂ. അഥവാ റീട്രേസസ് ഇറ്റ്സ് പാത്ത് എന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറിയിൽ പെടുമ്പോൾ മാത്രമേ ഉള്ളൂ. ഗ്രാഫ് വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ആംഗിൾ ഓഫ് സ്കാറ്ററിങ്ങും നമ്പറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അഥവാ കൂടിയ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്ത ആൽഫ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എന്താണ്? വളരെയധികം കുറവായിരിക്കും. കുറഞ്ഞ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഒട്ടും ഡീവിയേറ്റ് ചെയ്ത എണ്ണമായിരിക്കും ഏറ്റവും കൂടുതൽ. സോ ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഗ്രാഫ് അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിലുള്ള ഗ്രാഫ് വന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത കൺക്ലൂഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട കൺക്ലൂഷൻസ് എന്ന് പറയുന്നത്, കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസും ഡീവിയേഷനും ഇല്ലാത്തത് കൊണ്ട് തന്നെ മേജർ സ്പേസ് ഓഫ് ആൻ ആറ്റം ഈസ് എംപ്റ്റി എന്ന് പറയാം. വളരെ ചെറിയ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് വളരെ ചെറിയ ഫ്രാക്ഷൻ മാത്രമേ റീട്രേസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും ഇലക്ട്രോണിനെ കൊണ്ടോ ഇലക്ട്രോണിന് സമാനമായ ഒരു പോസിറ്റീവ് ചാർജിനെ കൊണ്ടോ ആൽഫ പാർട്ടിക്കിളിനെ ഡീവിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്? ഈ പറയുന്ന ആൽഫ പാർട്ടിക്കിളിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ മാസിന്റെ 7350 മടങ്ങാണ്. സോ ഒരിക്കലും അത് സാധിക്കില്ല. സോ ആൽഫ പാർട്ടിക്കിളിനെ ഡീവിയേറ്റ് ചെയ്യണമെങ്കിൽ അതൊരു പോസിറ്റീവ് ചാർജിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ബിക്കോസ് ആൽഫ പാർട്ടിക്കിൾ ഈസ് പോസിറ്റീവ്ലി ചാർജ്. പിന്നെ അതിനേക്കാളും വളരെ ഹെവിയറായ, ഇലക്ട്രോണിനേക്കാളും വളരെ ഹെവിയറായ ഏതോ ഒരു പോസിറ്റീവ് കോറിൽ തട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനോട്ട് അടുത്തോട്ട് വരുമ്പോഴാണ് ആ ഡീവിയേഷൻ സംഭവിക്കുന്നത്. സെൻട്രൽ പോസിറ്റീവ് കോർ ഓഫ് ആൻ ആറ്റം ഈസ് നെയിംഡ് ആസ് ന്യൂക്ലിയസ്. അതിനെയാണ് എന്ത് പറയുക? ന്യൂക്ലിയസ്. അപ്പോഴാണ് ന്യൂക്ലിയസിനെ പറ്റി, അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതായത് ഈ ന്യൂക്ലിയസിന്റെ പ്രസൻസ് മൂലമാണ് ഈ ആൽഫ പാർട്ടിക്കിൾ ഡീവിയേറ്റ് ചെയ്യുന്നത്. ദ ഹോൾ മാസ് ഓഫ് ആൻ ആറ്റം ഈസ് അസ്യൂംഡ് ടു ബി അറ്റ് ദ സെന്റർ കാൾഡ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. പിന്നെ മേജർ ആൽഫ പാർട്ടിക്കിളും ഡീവിയേഷൻ സംഭവിക്കുന്നില്ല എന്നതിനാൽ തന്നെ നമുക്ക് എന്ത് അനുമാനിക്കാം? ഈ പറഞ്ഞ ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ സൈസിനേക്കാളും വളരെ 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 ചെറുതായിരിക്കും. കമ്പയർ ചെയ്ത് വെച്ചാൽ വളരെ വളരെ ചെറുതായിരിക്കും. ഓക്കെ, ഫൈൻ. അടുത്ത obtain the expression for the ratio of the de Broglie wavelength associated with the electron orbiting in the second and third excited state. സോ ഈ പറയുന്ന സെക്കൻഡും തേർഡും എക്സൈറ്റഡ് സ്റ്റേറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ ഈ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ എക്സ്പ്രഷൻ ഒന്ന് കാണിക്കാനാണ് പറയുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാക്കി ഒരേ ഒരു കാര്യം മനസ്സിലാക്കിയാൽ ലാംഡ ഈസ് പ്രപ്പോർഷണൽ ടു എൻ ആണ്. ആ കാര്യം നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റ് ആണ്? സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ എൻ്റെ വാല്യൂ എത്രയായിരിക്കും? എൻ്റെ വാല്യൂ 3 ആയിരിക്കും. വേവ് ലെങ്ത് അസോസിയേറ്റ് ഇലക്ട്രോൺ ഓർബിറ്റിംഗ് സെക്കൻഡ് ആൻഡ് തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ എൻ്റെ വാല്യൂ എത്രയായിരിക്കും? 4 ആയിരിക്കും. സിമ്പിൾ അല്ലടാ. സോ ലാംഡ 3 ഈസ് പ്രപ്പോർഷണൽ ടു 3 എന്ന് എഴുതാം. ലാംഡ 4 ഈസ് പ്രപ്പോർഷണൽ ടു 4 എന്ന് എഴുതാം. ഇവരുടെ റേഷ്യോ ആണ്. സോ 3/4 എന്ന് വരും. ഓറൽസ് 3:4 എന്ന് വരും. ഇത് മനസ്സിലാക്കിക്കോ. ലാംഡ ഈസ് പ്രപ്പോർഷണൽ ടു എൻ. അയ്യോ, കാണാൻ പറ്റുന്നില്ലല്ലോ. ആരോ അവിടെയോ പിടിച്ച്. ഈ സ്റ്റുഡിയോയിൽ മാത്രം ഇങ്ങനത്തെ പ്രശ്നം വരാറുള്ളൂ. പോയി അത് വരും, പതിയെ വരും. ഒരു വെള്ളം കുടിച്ചാൽ എയർ ഡ്രോപ്പ് ഡിസ്കണക്ട് ഓണാക്കിയാൽ മതി. സ്റ്റോപ്പ് മിററിങ്. വെള്ളം കുടിച്ചിട്ട് വരണം. അവർ അങ്ങ് ആ വഴിക്ക് പോകും. തമിഴടിക്കോ അങ്ങനെ പറയും. അത് അവിടുത്തെ മിററിങ്ങിന്റെ വിഷയമാണ്. യെസ്, അത് ഓഫ് ആക്കിയാൽ വരത്തുള്ളൂ. ആക്കടോ ആരടോ പെട്ടെന്ന് വെള്ളം കുടിച്ചിട്ട് ചെയ്യടോ. എന്തു അബേടേക്കണം. എനിക്ക് എൻ്റെ ആറ്റംസ് തീർക്കണം. എനിക്ക് തീർക്കണം. ഇനി ആകെ 2 ചോദ്യങ്ങൾ. വെറും 2 ചോദ്യങ്ങൾ കഴിഞ്ഞാൽ എൻ്റെ ആറ്റം തീരും. എന്നിട്ട് ഞാൻ ഇതിലോട്ട് കിടക്കും, AC യിലോട്ട് കിടക്കും. ഇപ്പം കിടക്കില്ല, ഇല്ല കുറച്ച് നേരം കഴിഞ്ഞ് കിടക്കും. നിങ്ങൾ പേടിക്കണം. യെസ്, കുട്ടികളൊന്ന് കൂടി വരുമ്പോഴാണ് ഇവന്മാരുടെ ഒരു ആരും കാണും. ജെസി ആരെ വിളിച്ചോ? കളിക്കലേ. യെസ്, വന്നു. ഓ വരട്ടെ, കളിക്കല തന്നെ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഗ്രിഗർ മാഡ്സൺ എക്സ്പെരിമെന്റ്. നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഓൾറെഡി പറഞ്ഞാണ്. എത്ര തവണ പറയുന്നത്? വിട്ടേക്ക്. അടുത്ത
ഇസഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് കണ്ടുപിടിക്കാം. ഇക്വേഷൻ എല്ലാം നിങ്ങൾക്കറിയാം. D = എന്താ മക്കളെ? 1/4πε0 2E ZE ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജിയാണ്. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. D = 9 × 10⁻⁹ 2 ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 1.6 × 10⁻⁻19. ഇസഡ് എത്രയാണ്? 79 ആണ്, ഗോൾഡ് ആണ്. സോ ഇൻറ്റു 1.6 × 10⁻⁻19 ഡിവൈഡ് ബൈ കൈനറ്റിക് എനർജി എത്രയാണ്? 3.95 ആണ്. മെഗാ ഇലക്ട്രോൺ വോൾട്ടിന് ഇലക്ട്രോൺ വോൾട്ടിലോട്ടാക്കാൻ ഇൻറ്റു 10�6, ഇലക്ട്രോൺ വോൾട്ടിന് ജൂളിലോട്ടാക്കാൻ ഇൻറ്റു 1.6 × 10⁻⁻19. സോ D നമുക്ക് ഏതിൽ കിട്ടും? മീറ്ററിൽ കിട്ടും. സൗകര്യത്തോടെ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അടുത്ത സ്റ്റേറ്റ് 3 പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ തിയറി ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓൾറെഡി പറഞ്ഞു തന്നു. ബോർ മോഡലിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഫൈൻഡ് ദ ആംഗുലർ മൊമെന്റ് ഓഫ് ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ ദ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. സെക്കൻഡ് ഓർബിറ്റിലാണ് റിവോൾവ് ചെയ്ത്. സോ N = എത്രയാണ്? 3 ആണ്. നിസ്സാരം. L = എന്താടാ? MVR = എന്താടാ? NH/2π ആണ്. N 2 ആണെങ്കിൽ 2H/2π എന്ന് വരും. ദാറ്റ് ഈസ് H/π എന്ന് വരും. ഗതം ഹോ ഗയാ ഗൈസ്. ആറ്റംസും തീർത്തിരിക്കുന്നു. അടുത്ത ചാപ്റ്റർ എയർ ഡ്രോപ്പ് കരോ ഗൈസ്. ആരാണോ ചെയ്യണോ? എയർ ഡ്രോപ്പ് കരോ മക്കളെ. അടുത്ത ചാപ്റ്ററുമായിട്ട് ആരാ വരുന്നത്? ശബരി സാറാണോ വരുന്നത്? ഏതാണ് ചാപ്റ്റർ? ന്യൂക്ലിയൈ. ആറ്റം പഠിച്ചാൽ അടുത്ത ന്യൂക്ലിയൈ പഠിച്ചാൽ ഒരു അന്തസ്സുള്ളൂ. അതിനുശേഷം സെമി കണ്ടക്ടർ പഠിച്ചാൽ പിന്നെ ഒരു അന്തസ്സുള്ളൂ, ഡബിൾ അന്തസ്. അതിനുശേഷം AC പഠിപ്പിക്കാം. ഓക്കെ മക്കളെ, വേഗം അയക്കൂ. അല്ല നിങ്ങളാണോ? താൻ അയക്കണോ? വന്നിട്ടില്ല. വന്നു മക്കളെ. ഇപ്പം അടുത്ത ചാപ്റ്റർ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. ന്യൂക്ലിയൈ ഒക്കെ നമ്മുടെ സ്വന്തം ശബരി സാർ നിമിഷങ്ങൾ കൊണ്ട് തീർക്കാൻ പറ്റും. നിമിഷ നേരം കൊണ്ട് തീർക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. സോ അതിലോട്ട് കിടക്കുന്നു. ഞാൻ പോകുന്നു. ടാറ്റ ബൈ ബൈ. ഹലോ മക്കളെ, തുടങ്ങാം. റെഡിയല്ലേ? ഭീഷണി സ്വരം. സോ നേരത്തെ നിതിൻ സാറ് പറഞ്ഞ ആറ്റത്തിൻ്റെ നടുവിൽ കാണുന്ന ചെറിയ പോർഷൻ, എൻറ്റയർ മാസ് ഓഫ് ദി ആറ്റം ആൻഡ് പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ്, ആ ഭാഗത്ത് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയൈ. നമുക്ക് തുടങ്ങാം ന്യൂക്ലിയൈയുടെ കാര്യങ്ങൾ. സോ മക്കളെ, ന്യൂക്ലിയയിൽ ആരൊക്കെയുണ്ട്? ആരൊക്കെയുള്ള ആളുകൾ? പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ്. ഒരാറ്റത്തെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? എക്സ് ആ എലമെൻറ്റിനെ, ആ ആറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ താഴെ Z എഴുതും, മുകളിൽ A എഴുതും. നിങ്ങൾക്കറിയാം Z എന്താടാ? Z വിളിക്കുന്ന പേരാണ് അതിൻ്റെ അറ്റോമിക് നമ്പറാണ് Z. A എന്താടാ? A അതിൻ്റെ മാസ് നമ്പറാണ്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അറിയാവുന്ന കാര്യമാണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താടാ? മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ്. ന്യൂക്ലിയോൺസിൻ്റെ എണ്ണമാണ്. സോ ന്യൂക്ലിയസിൻ്റെ അകത്താരൊക്കെയാണുള്ളത്? പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണുള്ളത്. സോ രണ്ടുപേരുടെയും നമ്പർ ചേർത്ത് പറയുന്നതാണ് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇവിടെ ഒരു കാര്യം ഓർത്ത് വെക്കണം മക്കളെ, നമുക്കറിയുന്ന കാര്യമാണ്, നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതിയടാ? ദാറ്റ് ഈസ് ഈക്വൽ ടു Z ആണ്. എങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? A - Z ചെയ്താൽ മതി. മാസ് നമ്പർ ഈ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താൽ മതി. ക്ലിയർ അല്ലേടാ? ഈ കാര്യങ്ങൾ അറിയുന്ന മക്കളാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ കാര്യങ്ങൾ സെറ്റാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയൊരു കഥ കൂടി പറഞ്ഞിട്ട് പോകാം. നിങ്ങൾക്കറിയാം ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺസ് ഒക്കെ ഉണ്ട്. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര കാര്യം മാത്രം ആലോചിച്ച് വയ്ക്കുക. സെയിം എലമെൻ്റ് ആണ്. സോ സെയിം എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് മാസ് നമ്പർ ഉള്ള അല്ലേ? ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ എലമെൻ്റ് ആണ്. കാർബൺ ഐസോടോപ്പ്, നൈട്രജൻ ഐസോടോപ്പ്, ഹൈഡ്രജൻ ഐസോടോപ്പ്, H11, H12, H13. സോ സെയിം എലമെൻറ്റ് വിത്ത് ഡിഫറെൻറ്റ് മാസ് നമ്പർ എന്ന് വിളിക്കുന്ന പേരാണ് ഐസോടോപ്പ്. ആൻഡ് ഐസോബാർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ്, അവരുടെ മാസ് നമ്പർ സെയിം ആണ്. ആ കാര്യം ഓർത്ത് വെക്കണം. ഒരു പേര് കൂടി ഉണ്ട്, അതാണ് ഐസോട്ടോൺ. അവരുടെ ന്യൂട്രോൺസിൻ്റെ എണ്ണമാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. ഈ കാര്യം വെറുതെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ചോദിച്ചിട്ടൊന്നുമില്ല പരീക്ഷയ്ക്ക്, പക്ഷേ അഥവാ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. തുടങ്ങാൻ പോകാം. സോ ആദ്യത്തെ തിയറി പാർട്ട് തന്നെയാണ് ആദ്യത്തെ ചോദ്യം. ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ വളരെ ലളിതവുമാണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഡോണ്ട് വറി. ഫസ്റ്റ് ചോദിച്ച് ഹൗ ഇസ് ദ സൈസ് ഓഫ് ഇറ്റ് ന്യൂക്ലിയസ് ഈസ് ഫൗണ്ട് എക്സ്പെരിമെൻ്റലി എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു. ഇതിന് സാർ ഇപ്പം നിങ്ങളോട് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അത് കണ്ടുപിടിച്ചത് ഏതായിരുന്നു? ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് വെച്ചാണ്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് വെച്ചാണ് എക്സ്പെരിമെൻ്റലി സൈസ് ഓഫ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. സോ റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് നമ്പർ ഓഫ് ന്യൂക്ലിയസ്. അത് നമ്മളെ ഡെറിവേഷനാണ്. റേഡിയസ് ഓഫ് ആറ്റം അല്ല, ഡെറിവേഷനാണ്. R is equal to R0 റേഡിയസ് R is equal to R0 n സ്ക്വയർ. ഈ ഡെറിവേഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് എഴുതാം, നമുക്ക് കണ്ടുപിടിക്കാം.
കണ്ടുപിടിക്കാവുന്നതാണ്. സോ നോക്കിക്കോളൂ, റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് മാസ് നമ്പർ ഓഫ് ന്യൂക്ലിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റെഡി അല്ലേ മക്കളെ? n സ്ക്വയറോ ആ റേഡിയേഷൻ അല്ലല്ലോ വേണ്ട, ഇവിടെ മാസ് നമ്പർ അല്ലേ. സോ R0 A⁻1/3. യെസ്, നോക്കാം നമുക്ക് കണ്ടുപിടിക്കാം. സോ നമ്മളോട് പറഞ്ഞ കാര്യം എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് മാസ് നമ്പർ നമുക്ക് അറിയുന്ന കാര്യം, വോളിയം ഈസ് പ്രപ്പോർഷണൽ ടു മാസ് നമ്പർ. എന്തുകൊണ്ട് മാസ് നമ്പർ ആയി മക്കളെ? എന്തുകൊണ്ട് മാസ് നമ്പർ ആയി? സോ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ആളുകൾ ആരൊക്കെ? ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള പ്രോട്ടോണും ന്യൂട്രോണുമാണ്. അവരുടെ നമ്പർ വിളിക്കുന്ന പേരാണ് മാസ് നമ്പർ. ഓക്കെ, നമ്മളോട് ചോദിച്ചത് യെസ്, വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് 4/3 πr³ എന്ന് എഴുതാം. 4/3 πr³ നമ്മൾ അസ്യൂം ചെയ്യുന്നു നമ്മുടെ ന്യൂക്ലിയസ് എന്താ? സ്ഫെറിക്കൽ ഷേപ്പാണ്. യെസ്, അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു മാസ് നമ്പർ എ ആണെന്ന് പറയാം. നമ്മൾ രണ്ട് ഭാഗത്ത് ഈ സാധനം ഒഴിവാക്കിയാൽ R³ പ്രപ്പോർഷണൽ ടു എന്ന് എഴുതാം. രണ്ട് സൈഡ് നമ്മൾ ക്യൂബ് റൂട്ട് എടുക്കുന്നു. R പ്രപ്പോർഷണൽ ടു A⁻1/3. സോ പ്രപ്പോർഷനാലിറ്റി ഒഴിവാക്കുന്നത് R0 A⁻1/3. ഇതാണ് റിലേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു പോയി നമ്മൾ ആറ്റത്തിൽ റിലേഷനായി ഞാൻ നിതിൻ സാറിൻ്റെ ക്ലാസ് വിട്ടുന്ന ഇങ്ങനെ കേട്ട് പറഞ്ഞപ്പോൾ നിതിൻ സാറിൻ്റെ ഇക്വേഷനായി R0 n⁻². സോ n² എന്നുള്ളത് എവിടെയാടാ? റേഡിയസ് ഓഫ് ആറ്റത്തിൻ്റെ ഡെറിവേഷനാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചത് ന്യൂക്ലിയസിൻ്റെ സൈസിന് റേഡിയസിനുള്ള ഡെറിവേഷനാണ്. ഓക്കെ അല്ലേ? സോ R0 A⁻1/3 ഇതാണ് ഏതിൻ്റെ റിലേഷൻ? നമ്മളോട് ചോദിച്ച റിലേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേടാ? യെസ്, ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും. ഇതെന്ന് ചോദിക്കുന്ന ഉറപ്പായിട്ടുള്ള ചോദ്യങ്ങളുണ്ട് ന്യൂക്ലിയസിന്. ആ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും. അത് എനർജി കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷൻസ് ആയിരിക്കും. യെസ്, അടുത്ത ഭാഗത്തേക്ക് നോക്കാൻ നമ്മളോട് ചോദിച്ചത്, വാട്ട് ഈസ് എ ന്യൂക്ലിയർ റേഡിയസ് ഓഫ് Fe125 ദാറ്റ് ഓഫ് അലുമിനിയം 27? യെസ്, തന്നിട്ടുണ്ട്. നല്ല ചോദ്യമാണ്. വാട്ട് ഈസ് എ ന്യൂക്ലിയർ റേഡിയസ് ഓഫ് Fe125 ഇഫ് ദാറ്റ് ഓഫ് അലുമിനിയം 75 3.6 ഫെർമി? നമുക്കറിയുന്ന ഇക്വേഷനാണ് മക്കളെ. 4/3 എവിടെ പോയി? ഒന്നുമില്ലടാ, ഇത് കോൺസ്റ്റൻ്റ് അല്ലേ? 4/3 പറയുന്ന സാധനം കോൺസ്റ്റൻ്റ് അല്ലേ? യെസ്, R0ൻ്റെ വാല്യൂ കണ്ടില്ല, ഇത് കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് അങ്ങനെ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. സോ ചെയ്തു, R0ൻ്റെ വാല്യൂ എത്രയായിരുന്നു? R0 = 1.2 ഫെർമി. 1.2 × 10⁻⁻15 മീറ്റർ. യെസ്, സോ ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ന്യൂക്ലിയർ റേഡിയസ് ഓഫ് Fe125 if that of aluminium is 3.6? നമുക്കറിയാം R = R0 A⁻1/3 അല്ലേ? സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? റേഡിയസ് ഓഫ് Fe കണ്ടുപിടിക്കണം. അത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് ഓഫ് അലുമിനിയം തന്നിട്ടുണ്ട്. സോ Fe ഡിവൈഡഡ് ബൈ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടുകഴിഞ്ഞാൽ Fe ഡിവൈഡഡ് ബൈ AL ചെയ്താൽ മതി. തന്നിരിക്കുന്ന രണ്ട് വാല്യൂ ഉള്ള ക്വസ്റ്റ്യനിലൊക്കെ ആ തന്നിരിക്കുന്ന വാല്യൂ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. Fe ഡിവൈഡ് ബൈ RAL = എന്ത് വരടാ? R0 A of Fe⁻1/3 ഡിവൈഡ് ബൈ R0 A of AL⁻1/3 എന്ന് വരും. അപ്പോൾ R0 കട്ടായി പോയി. Fe ഡിവൈഡ് ബൈ AL = 125⁻1/3 ഡിവൈഡ് ബൈ 27⁻1/3 എന്ന് വരും. ആൻസർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ RFE = RAL എന്ന് കിട്ടി. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കാര്യങ്ങൾ കിട്ടും. അറിയുന്ന വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. RFE = RAL. AL × 125ൻ്റെ √5 ആണ്. ഇത് 3 ആണ്. RAL എത്രയാണ്? 3.6 × 5 ഡിവൈഡഡ് ബൈ 3. സോ ദാറ്റ് വിൽ ബി ദ ഫൈനൽ ആൻസർ. സിമ്പിൾ. എത്രയാടാ? 6 ഫെർമിയാണ് അല്ലേ? 6 ഫെംറ്റോമീറ്റർ. യെസ്, ക്ലിയർ അല്ലേടാ? യെസ്, ആൻസർ കിട്ടിയതാണ്. സോ കമ്പയർ ചെയ്താൽ മതി. R0 ക്യാൻസൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നിരിക്കുന്നത്. യെസ്, സിമ്പിൾ അല്ലേ? യെസ്, അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഷോ ദാറ്റ് ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് നമ്പർ. ഇതും നമ്മളെ ചാപ്റ്ററിൽ അടുത്തൊരു ഡെറിവേഷനാണ്. പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ ചോദിച്ചതാണ്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്യൂടാ? ഡെൻസിറ്റിയുടെ ബേസിക് ഇക്വേഷൻ നമുക്കറിയാം. ഡെൻസിറ്റി = എന്തായിരുന്നു? മാസ് ബൈ വോളിയം. മാസ് നമുക്ക് A × U എന്നെടുക്കാം. A എന്താടാ? മാസ് നമ്പർ ഇൻറ്റു അല്ലേ? എത്ര മാസ് നമ്പർ ഉണ്ടോ അത്രയും പ്രോട്ടോൺസോ ന്യൂട്രോൺസോ അത്രയും ന്യൂക്ലിയോൺസ് ഉണ്ടാവും. ആ ന്യൂക്ലിയോൺസിൻ്റെ ഒരെണ്ണത്തിൻ്റെ മാസ് U എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ സോ A × U ചെയ്താൽ അത്രയായിരിക്കും എൻറ്റയർ ന്യൂക്ലിയസിൻ്റെ മാസ്. സോ ദാറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ന്യൂക്ലിയസ് നമുക്ക് എഴുതാം 4/3 πr³ അല്ലേ? സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡിവൈഡ് ബൈ 4/3 × π × ആർക്കിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? R0 A⁻1/3 നമുക്ക് കിട്ടിയ ഇക്വേഷനാണ്. R = R0 A⁻1/3 ന്യൂക്ലിയസിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷനാണ് അല്ലേ? R = മറ്റേത് R0 A
R0 n² ആറ്റത്തിലാണ്. ഇവിടെ എങ്ങനെയാണ് ഇക്വേഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരുടാ, ഓൾ ക്യൂബ് വരും. ബാക്കി AU ഡിവൈഡഡ് ബൈ 4/3 പൈ R0 ക്യൂബ് A വരും. ആ എയും ഈ എയും കട്ട് ചെയ്ത് കളയാം. ബാക്കി നമുക്ക് ഇതുണ്ടാവും U ഡിവൈഡ് ബൈ 4/3 പൈ R0 ക്യൂബ് ഉണ്ടാവും. നോക്കിക്കേ, U എന്ന് പറഞ്ഞാൽ എന്താടാ, അത് അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. 1.66 × 10⁻27. അത്രയുമാണ് ഒരു AMUൻ്റെ വാല്യൂ ആണ്. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. 4/3 ഉണ്ട്, പൈ ഉണ്ട്, R0 1.2 × 10⁻15 ആണ്. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതെന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. തെളിയിച്ചു. യെസ്, പേടിക്കണ്ടടാ, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, സെറ്റാക്കാം നമുക്ക്. ഇതൊക്കെ എന്താടാ, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചാടി കളിക്കണം. എക്സാം ഹാളൊന്നും ആലോചിക്കേണ്ട, 2 ഡാൻസ് വെച്ചിട്ട് എഴുതി വയ്ക്കുക. ചും കളിച്ചിട്ട് ഞങ്ങൾക്കറിയാമേ. യെസ്, കോൺസ്റ്റൻ്റ്. റേ ഓപ്റ്റിക്സ് ഉണ്ട്. റേ-ഒപ്റ്റിക്സും വിശദമായി പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ ലൈവ് അവസാനിപ്പിക്കുന്നുള്ളൂ. ആൻഡ് വി ആർ മൂവിങ് ടു നെക്സ്റ്റ് തിങ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിക്കുക. മാസ് ഡിഫക്റ്റ് ആൻഡ് ബൈൻഡിങ് എനർജി. എന്താണ് മാസ് ഡിഫക്റ്റ്? മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ മാസ് ഓഫ് കോൺസ്റ്റുവൻറ്റ് ന്യൂക്ലിയർ. അത്രയൊന്നും എഴുതണ്ട. ന്യൂക്ലിയോൺസ് ആൻഡ് ന്യൂക്ലിയസ്. അതിന് വിളിക്കുന്ന പേരാണ് മാസ് ഡിഫക്റ്റ്, അല്ലേ? അപ്പോൾ ന്യൂക്ലിയോൺസിൻ്റെ മാസ് എല്ലാം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ അല്ലെങ്കിൽ നമ്പർ, മാസ്, അതായിരിക്കില്ല ആ ന്യൂക്ലിയസിനെ മൊത്തത്തിൽ അതിൻ്റെ മാസ് എടുത്ത് നോക്കിയാൽ കിട്ടുന്നത്. ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് മാസ് ഡിഫക്റ്റ്. അങ്ങനെയാണെങ്കിൽ മാസ് ഡിഫക്റ്റ് നമുക്ക് Δm എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് വേണ്ടത് ന്യൂക്ലിയോൺസിൻ്റെ ടോട്ടൽ മാസ്സാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? അവിടെ Z നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്. സോ പ്രോട്ടോൺസിൻ്റെ മൊത്തം മാസ് കിട്ടി. ദാറ്റ് പ്ലസ് A-Z നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ന്യൂട്രോൺസിൻ്റെ അതിനെ Mn മാസ് ഓഫ് ന്യൂട്രോൺ മൾട്ടിപ്ലൈ ചെയ്താൽ അത്രയും എന്ത് കിട്ടി? മാസ് ഓഫ് ന്യൂട്രോൺ കിട്ടി. ഇതാണ് അതിൻ്റെ അകത്തുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോൺസിൻ്റെ മാസ്. അതാണ് അവിടുത്തെ ന്യൂക്ലിയോൺസിൻ്റെ മാസ്. ആ കാര്യം കിട്ടി. ദാറ്റ് മൈനസ് മാസ് ഓഫ് ന്യൂക്ലിയസ്. ഇതാണ് എന്തടാ മാസ് ഡിഫക്റ്റിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഈ മാസ് ഡിഫക്റ്റ്, ഈ ഡിഫറൻസ് ഇൻ മാസ് എന്തിനുപയോഗിക്കും? നമ്മുടെ സ്വന്തം ഐൻസ്റ്റീൻ പറഞ്ഞു ഈസ് ഈക്വൽ ടു mc² ആണ്. സോ ഡിഫറൻസ് വന്ന മാസ് എന്തിനു വേണ്ടി ഉപയോഗിക്കും? അത് ബൈൻഡിങ് എനർജി ആയിട്ട് ഉപയോഗിക്കും. അവിടെ ന്യൂക്ലിയസിൽ ഈ ന്യൂക്ലിയോൺസിനെ ബൈൻഡ് ചെയ്ത് വയ്ക്കുന്ന, ചേർത്ത് വയ്ക്കുന്ന എനർജി ആയിട്ടാണ് ഉപയോഗിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ബൈൻഡിങ് എനർജി. അങ്ങനെയാണെങ്കിൽ ഈ ബൈൻഡിങ് ഈസ് ഈക്വൽ ടു ഈ ബൈൻഡിങ് നമുക്കതിനെ EB എന്ന് എഴുതാം. EB ഈസ് ഈക്വൽ ടു Δm × c². ഇതാണ് നമ്മുടെ ഇക്വേഷൻ, Δm × c². ക്ലിയർ അല്ലേടാ? സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ കൂടി പഠിച്ചു പോകുന്നു. Δm × 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ Δm യുവിൽ കിട്ടിയാൽ, Δm ശ്രദ്ധിക്കണേ മക്കളെ, Δm അറ്റോമിക് മാസ് യൂണിറ്റ് യുവിൽ കിട്ടിയാൽ നമ്മൾ എന്താ അതിനെ 931.5 കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ എനർജി കിട്ടും. ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബൈൻഡിങ് എനർജിയുടെയും മാസ് ഡിഫക്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇക്വേഷനും അവിടെ ഓർത്ത് വെക്കേണ്ട ഒരു ഫോർമുലയും ഇതാണ്, 931.5. ചില ക്വസ്റ്റ്യനിൽ ഈ വാല്യൂ തരാറുണ്ട്, തന്നിട്ടില്ലെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. യെസ്, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കൂ. നമുക്ക് ബൈൻഡിങ് എനർജി പറഞ്ഞാൽ ഇതിനെ പറയുന്ന വേറെ ടേമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. എന്താടാ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ? അത് ഇത്രയേ ഉള്ളൂ. ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ എത്ര ന്യൂക്ലിയോൺസ് ഉണ്ട്? മാസ് നമ്പറിൻ്റെ അത്രയും ന്യൂക്ലിയോൺസ് ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ആകെ ബൈൻഡിങ് എനർജി അവിടെയുള്ള എല്ലാ ന്യൂക്ലിയോൺസിനും വീതിച്ചു കൊടുത്തതാണ്. ദാറ്റ് ഈസ് കോൾഡ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, അല്ലേ? എന്താണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിൻ്റെ ഇമ്പോർട്ടൻസ് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് മോർ means nucleus is more stable. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലാണെങ്കിൽ ആ ന്യൂക്ലിയസ് കൂടുതൽ സ്റ്റേബിൾ ആണ്, അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലുള്ള കാര്യമാണ്
ഓർത്ത് വെക്കേണ്ടത്. എടാ അതിനെ ബൈൻഡ് ചെയ്തു വെച്ച എനർജിയാണ്, അത് വളരെ കൂടുതലാണെങ്കിൽ എന്ത് കൂടുതലായിരിക്കും, അതിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. എന്താണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. ആ ഗ്രാഫ് ഷോയിങ് 2018 ചോദിച്ചിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആ ഗ്രാഫ് എന്നുള്ളത് നമ്മൾ തിയറി പറയാവുന്നത്. ഈ ഗ്രാഫ് വരച്ച് തന്നെ കാണിക്കുന്നു. എക്സാമിന് വരയ്ക്കാൻ ചോദിച്ചാൽ പറ്റുന്ന പോലെയൊക്കെ വരയ്ക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു 30 മുതൽ 170 വരെ ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. ഏകദേശം 8 റേഞ്ചിലാണ് വരുന്നത്. ആൻഡ് ഇവിടെ മാക്സിമം വാല്യൂ കിട്ടുന്ന ആൾ അയാൾ ആരാ, FE56 ആണ്. FE56 ആണ്. സോ മാക്സിമം വരേണ്ടത് 30 മുതൽ 170 വരെയുള്ള ഈ റീജിയനിൽ അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റൻ്റ് ആണ്. 8 ആണ് വരുന്നത്. മാക്സിമം വാല്യൂ FE56 അതിന് താഴേക്ക് വന്നാൽ ഇങ്ങനെ വരച്ച് വെച്ചാൽ മതി. അതിലൊന്നും വലിയ സീനില്ല. ഇതൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും മനസ്സിലാക്കി വെക്കണം. സോ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഹീലിയത്തിന് തൊട്ടടുത്തുള്ള ആളുകളെക്കാൾ കൂടുതലാണെന്ന കാര്യം ഓർത്ത് വയ്ക്കുക. ഹീലിയം ലിഥിയത്തേക്കാൾ കൂടുതലാണെങ്കിൽ ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കാനും ബാക്കി ഇങ്ങനെ ചെയ്യാനും പറ്റുക. സോ ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് വരയ്ക്കാൻ ചോദിച്ചിട്ടുള്ളൂ, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അതെങ്ങനെ വരയ്ക്കാമെന്ന് ആലോചിക്കുക. ഈ ഗ്രാഫ് നോക്കി നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലായി. യെസ്, 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലായി. ഒന്നിതാണ്, എന്തായിരുന്നു, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇവർക്ക് ലോവർ മാസ് നമ്പറുള്ള ആളുകൾക്ക് കുറവാണ്, ഹയർ മാസ് നമ്പറുള്ള ആളുകൾക്കും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. സ്റ്റെബിലിറ്റി കൂടുതൽ ആർക്കാണ്, മിഡ് മാസ് നമ്പർ വരുന്ന ഇവർക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ്, ഇവർക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ വരുന്നത്. സോ ആറ്റംസ് ന്യൂക്ലിയസ് എന്തിന് ശ്രമിക്കൂടാ, ഇവർ ഫ്യൂസ് ചെയ്തിട്ട് ഹെവിയർ ന്യൂക്ലിയസ് ആവാൻ ശ്രമിക്കും, ഇവർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ലൈറ്റർ ന്യൂക്ലിയസ് ആവാൻ ശ്രമിക്കും. സോ സ്പ്ലിറ്റിംഗ് ഓഫ് heavier nucleus and formation of simple nucleus എന്ന് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. 2 പേര് കൂടിച്ചേരുന്ന പ്രശ്നം വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. പേരുകൾ മറന്നു പോകരുത്. ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും എന്തിനു വേണ്ടി ചെയ്യുന്നു, സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടി ചെയ്യുന്നു. ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക, ഇതിൻ്റെ ഫൈനൽ കിട്ടുന്ന, ഇതിൽ റിയാക്ഷന് പങ്കെടുക്കുന്ന ആളുകൾ വിളിക്കുന്ന പേരാണ് പാരൻസ്, റിയാക്ഷന് ഫലമായി കിട്ടുന്ന ആളുകളുടെ വിളിക്കുന്ന പേരാണ് ഡോട്ടേഴ്സ്. ഡോട്ടേഴ്സിന് എനർജി കൂടുതലായിരിക്കും. എനർജി കൂടുതലായാൽ മാത്രമേ ഈ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുള്ളൂ. ഇതിൻ്റെ ഉദ്ദേശം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂട്ടിയിട്ട് സ്റ്റെബിലിറ്റി കൂട്ടാനാണ്. ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക, ന്യൂക്ലിയർ ഫിഷൻ്റെ കേസിലും ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ കേസിലും എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ ഫിഷൻ്റെ കേസിലും ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ കേസിലും എനർജി റിലീസ് ഉണ്ടാകുന്നുണ്ട്. ആ എനർജി റിലീസ് പോസിറ്റീവ് ആയാൽ മാത്രമേ ന്യൂക്ലിയർ റിയാക്ഷൻ പോസിബിൾ ആവുകയുള്ളൂ. ദാറ്റ് എനർജി ഈസ് കോൾഡ് ക്യൂ വാല്യൂ. സോ ഗ്രാഫ് നോക്കിയിട്ട് നമ്മൾ പറയേണ്ട ഒരുപാട് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പോയിന്റും കൃത്യമായി മനസ്സിലാക്കണം. ഇവർ ഫ്യൂസ് ചെയ്ത് ഇവരാകും, ഇവർ സ്വിച്ച് ചെയ്ത് ഇവരാകും. ഇതിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയർ ഫിഷൻ, ഇത് ന്യൂക്ലിയർ ഫ്യൂഷൻ. എപ്പോഴേ യെസ്. സോ ഇവിടെ നമ്മൾ പറയേണ്ട റിലീസ് ചെയ്ത എനർജീൻ്റെ പേരാണ് ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ട ഒരു കഥ കൂടി പറയാം. ന്യൂക്ലിയർ എനർജി നമ്മുടെ ഫ്യൂച്ചറിൻ്റെ എനർജി സോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുടെ പേരാണ് ന്യൂക്ലിയർ റിയാക്ടർ. അവിടെ നടക്കുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആണ്. ന്യൂക്ലിയർ ഫിഷൻ ഹെവി ന്യൂക്ലിയസ് പൊട്ടുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫിഷൻ. ഇത് തന്നെയാണ് ആറ്റം ബോംബിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇതാണ്. എന്നാൽ സ്റ്റാർസിൽ എനർജി പ്രൊഡക്ഷൻ നടക്കുന്ന പ്രോസസ്സ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഓക്കെ, ന്യൂക്ലിയർ ഫ്യൂഷൻ വിളിക്കുന്ന പേരാണ് തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ. ബിക്കോസ് ഇവർ 2 പേരും കൂടിച്ചേരണമെങ്കിൽ അവരുടെ കുളംബിക് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ മറികടക്കണം. അതിന് ഒരുപാട് എനർജി വേണം. സോ ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ, ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നുള്ളൂ. സണ്ണിൽ എനർജി പ്രൊഡക്ഷൻ നടക്കുന്ന കാര്യം ഇതാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഹൈഡ്രജൻ ബോംബ് ആറ്റം ബോംബ് നമ്മൾ പഠിച്ചു, അത് ന്യൂക്ലിയർ ഫിഷൻ ആണ്. എന്നാൽ ഹൈഡ്രജൻ ബോംബിൽ ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ടുള്ള എനർജിക്ക് ചെറിയൊരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ടാക്കും. യെസ്, അത്രയേ ഉള്ളൂ. ആ കാര്യം ഓർത്ത് വയ്ക്കുക. PP സൈക്കിളിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. PP സൈക്കിൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. ഒന്നുകിൽ 4 സ്റ്റെപ്പായിട്ട് ഓർത്ത് വയ്ക്കണം, അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പായിട്ട് ഓർത്ത് വെച്ചാലും മതി. യെസ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. നമ്മൾ ഈ പറഞ്ഞ കാര്യം എന്താ ടേബിളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ മക്കളെ. ദ ന്യൂക്ലിയസ് ഓഫ് ന്യൂക്ലിയർ ഫിഷനിലാണെങ്കിൽ ന്യൂക്ലിയസ് ഓഫ് ആറ്റം സ്പ്ലിറ്റ് ഇൻ ടു ലൈറ്റർ ന്യൂക്ലിയൈ ആൻഡ് എനർജീസ് റിലീസ് ആണ് ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ ആണെങ്കിൽ എന്താ ചെയ്യുക, ലൈറ്റ് ന്യൂക്ലിയസ് ജോയിൻ ചെയ്യും, ഫ്യൂസ് ടുഗെദർ ആൻഡ് ഫോം എ ഹെവി ന്യൂക്ലിയസ്. രണ്ട് സമയത്തും എനർജി റിലീസ് ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ ലൈവിൽ നമ്മൾ കൃത്യമായി പറഞ്ഞതാണ്. സോ ഈ അവസാന നിമിഷം എല്ലാവരും ഓർത്ത് വെക്കേണ്ട കാര്യം എങ്ങനെയാണ്, ന്യൂക്ലിയർ ഫിഷനിലും ഫ്യൂഷനിലും എനർജി റിലീസാണ് സംഭവിക്കുന്നത്. കാര്യം മറന്നു പോകാതെ ഓർത്ത് വെക്കണം. സെറ്റല്ലേടാ? ഇതിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇതിൽ കൂടിച്ചേരുന്നു.
സോ നാച്ചുറലി ഒക്കർ ചെയ്യുന്നില്ല ഏത് ന്യൂക്ലിയർ ഫിഷൻ, പക്ഷേ ഫ്യൂഷൻ നാച്ചുറലി ഒക്കർ ചെയ്യുന്നുണ്ട്, കാരണം സണ്ണിലെ പ്രൊഡക്ഷൻ അതാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയില്ല ഫ്യൂഷൻ, കാരണം അതിന് ഹൈ എനർജി ആവശ്യമാണ്. സോ ലിറ്റിൽ എനർജീസ് നീഡ് ടു സ്പ്ലിറ്റ് ന്യൂട്രോൺ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ലിറ്റിൽ എനർജി മാത്രം മതി സ്പ്ലിറ്റ് ചെയ്യാൻ. പക്ഷേ ഇവിടെ ഹൈ എനർജി വേണം രണ്ടുപേരെ ഫ്യൂസ് ചെയ്യാൻ, അതുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല. അതവിടെ സ്റ്റാർസിൽ നടക്കുന്നുണ്ട് അല്ലേ. ആറ്റം ബോംബിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ ന്യൂക്ലിയർ ഫിഷനാണ്. അവിടെ ഓർക്കണം മറ്റൊരു സാധനമാണ് ന്യൂക്ലിയർ റിയാക്ടർ. എന്നാൽ ഹൈഡ്രജൻ ബോംബ് ഏതിലാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ആൻഡ് വി ആർ മൂവിങ് ടു ദി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. ഇതിലെ ചോദ്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മക്കളെ. നോക്കിക്കോളൂ, ചോദ്യങ്ങളിലേക്ക് പോകാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ന്യൂക്ലിയർ റിയാക്ഷൻ. ഇതാണ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. സോ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കൂടാ? അവിടെ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിൽ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ ആദ്യം 5 പ്രോട്ടോൺസ് ആണുള്ളത്, ഇവിടെ 10 മാസ് നമ്പർ. സോ ഈ കേസ് നോക്കിയാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ 5, നമ്പർ ഓഫ് ന്യൂട്രോൺ നോക്കിയാൽ 10 - 5 അതും 5. ഇവിടെ നോക്കിയാൽ 1 പ്രോട്ടോൺ ആണ്. അങ്ങനെയൊന്നും നോക്കണ്ട, ഈ താഴത്തെ നമ്പറും മുകളിലെ നമ്പറും എന്തായി വരണം? സമ്മ് ഈക്വലായി വരണം. അത്ര മാത്രം ആലോചിച്ചാൽ മതി. താഴെയുള്ള നമ്പറുകളുടെ സമ്മും മുകളിലെ നമ്പറുകളുടെ സമ്മും ഈക്വലായി വരണം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ. സോ 5, 10, 2 5, 10, 2. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ. 5ഉം 2ഉം പോയാൽ ബാക്കി 3 അല്ലേ. 5ന്ന് 2 പോയാൽ ബാക്കി 3. ഒരു എലമെൻ്റ് ഉണ്ട് ഇവിടെ, എക്സ് എന്ന് വെച്ചിട്ടുണ്ട്. പേര് നമുക്കറിയില്ല തൽക്കാലം. സോ 10 1 11 ആണ്. 11 4 പോയി കഴിഞ്ഞാൽ എത്ര വരിക? 7 ആണ് വരിക. എക്സ് 3 അറ്റോമിക് നമ്പർ 3 ലിഥിയമാണ്. സോ 3 7. ദിസ് ഇസ് ദി ആൻസർ. യെസ്, ലിഥിയമാണ്. യെസ്, സോ അത്രയാണ് കാര്യം. അടുത്തത് നോക്കടാ. MO 4294 ആൻഡ് H12. ഇതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും എന്നാണ് നോക്കേണ്ടത്. സോ താഴെ നോക്കുക, 42 + 1 കൂട്ടിയാൽ എത്ര കിട്ടൂടാ? 43 കിട്ടും. അതിവിടെ കൺസർവ്ഡ് ആണ്. മുകളിലേക്ക് നോക്കാൻ 94 + 2 കൂട്ടിയാൽ 96 ആണ്. ഇവിടെ എത്രയുള്ള 95 മാത്രമാണ്. സോ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് ഒരു ന്യൂട്രോൺ ആണ്. N0 എന്ന് പറഞ്ഞാൽ N01 എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല? പ്രോട്ടോൺ ഇല്ല, ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഇയാളാണ് കിട്ടുക. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ക്യാൻ കൺസർവ്. ക്ലിയർ അല്ലേടാ? സോ സപ്പോസ് ഇവിടെ 2 ആയിരുന്നെങ്കിൽ നിങ്ങൾ N02 എന്ന് എഴുതരുത്, 2 × N1 എന്ന് എഴുതണം. കെമിസ്ട്രിയിലൊക്കെ റിയാക്ഷൻ ആക്കുന്ന പോലെ തന്നെ 2 × N01 എന്ന് എഴുതണം. ഓക്കെ, ഇത് പറഞ്ഞാലാണ് ന്യൂട്രോൺ ടോയുപോയി. ഇതാണ് ന്യൂട്രോൺ, 2 ന്യൂട്രോൺ എന്ന അർത്ഥത്തിൽ എഴുതണം. സോ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും ചെയ്യാൻ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേടാ? ഇങ്ങനെ റിയാക്ഷൻ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ സിമ്പിളാണ്. താഴെയുള്ള നമ്പർ കൂട്ടുക, അതാണ് ബാലൻസ് ചെയ്ത് എഴുതുക. ഈ സൈഡിലെ നമ്പറും ആ സൈഡിലെ നമ്പറും സെയിം ആവണം. ഈ സൈഡിലെ നമ്പറും ആ സൈഡിലെ നമ്പറും സെയിം ആവണം. ഇവിടെയും ഇത് കൂട്ടിയതും സെയിം ആവണം. അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാലും മതി. ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ താഴത്തെ നമ്പർ കൂട്ടുക, ഈ ആരോ മാർക്കിൻ്റെ അപ്പുറത്തുള്ള നമ്പർ കൂട്ടുക, അത് അടിയിൽ രണ്ടും സെയിം ആവണം. ഇവിടെ 5 ആണ്, 3 കിട്ടി. 10 1 11 ആണ്, 4 7 11 ആണ്. അത്രയേ ഉള്ളൂ. യെസ്. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കടാ. ക്വസ്റ്റ്യൻ. എ ന്യൂക്ലിയസ് മാസ് നമ്പർ A240 and binding energy per nucleon 7.6 mega electron volt breaks into 2 fragments of each A is equal to 120 binding energy per nucleon 8.5. Calculate the released energy. So ഇത്രയേ ചെയ്യാവുള്ളൂ. വളരെ സിമ്പിളാണ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ 7.6 ഉണ്ടായിരുന്നു. അവരെന്തായിട്ട് മാറിയിട്ടുണ്ട്? അത് 8.5 ആയിട്ടുണ്ട്. ന്യൂക്ലിയർ റിയാക്ഷൻ്റെ ഫലമായിട്ട് എന്ത് കൂടിയിട്ടുണ്ട്? സ്റ്റെബിലിറ്റി കൂടിയിട്ടുണ്ട്. സോ നമുക്ക് ആ റിയാക്ഷൻ ഇങ്ങനെ എഴുതാം. ആദ്യത്തെ എലമെൻറ്റ് എക്സ് ആയിരുന്നു. X240 എന്നുള്ള എലമെൻ്റ് ആണ്. അത് സ്പ്ലിറ്റ് ആയിട്ട് എന്തായിടാ? Y120 2 ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സും വൈയും സെഡും വിളിക്കാം. Y + Z ആയി രണ്ടുപേരുടെയും മാസ് നമ്പർ 120 ആണ്. ഇതാണ് പറഞ്ഞിരിക്കുന്ന കാര്യം. ക്ലിയർ അല്ലേടാ? സോ ഇനീഷ്യലി ഇയാളുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എത്രയാ? 7.6 ആണ്. 7.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇവരുടേതും എത്രയാണ്? 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഫസ്റ്റ് പോയിന്റ്, ഇതിനേക്കാൾ എനർജി കൂടുതലാണ് ഇവിടെ. സോ ദിസ് റിയാക്ഷൻ ഈസ് പോസിബിൾ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടും. അങ്ങനെയാണെങ്കിൽ എനർജി റിലീസ്ഡ് എങ്ങനെ കണ്ടുപിടിക്കാം? എനർജി റിലീസ് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. ഈ ഡിഫറൻസിന് എനർജി എടുത്താൽ മാത്രം മതി. സോ ഇനീഷ്യലി നമ്മൾ കണ്ടുപിടിക്കുന്നത് ബൈൻഡിങ് എനർജി ഓഫ് ഡോട്ടർ സൈഡ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് പാരൻറ്റ് സൈഡ് ആണ്. ബൈൻഡിങ് എനർജി ഓഫ് ഡോട്ടർ സൈഡ്, ബൈൻഡിങ് എനർജി ഓഫ് ഡോട്ടേഴ്സ്
മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് പാരൻസ്. ആ ഒരു എനർജിയാണ് എന്തായത് റിലീസായത്. കൂടുതൽ ആലോചിച്ച് കൺഫ്യൂഷൻ ആവേണ്ട, ഈ പറയുന്ന കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. കൂടുതൽ ചിന്തിച്ചാൽ കൺഫ്യൂഷൻ ആവുകയുള്ളൂ. ഇത് ഓർത്ത് വെക്കുക, തകർത്ത് പഠിക്കുക. സോ ബൈൻഡിങ് എനർജി ഓഫ് ഡോട്ടേഴ്സ് കിട്ടണമെങ്കിൽ അത് എത്ര വേണം? 240 ഇൻറ്റു ഒരാളുടേത് 7.5 ആണ്. അങ്ങനെ വേണം ചെയ്യാൻ. ക്ലിയർ അല്ലേടാ? ദാറ്റ് മൈനസ് 120 ഇൻറ്റു 8.5 പ്ലസ് 120 ഇൻറ്റു 8.5 ഡോട്ട് സോറി എത്ര കിട്ടുക? 120 ഇൻറ്റു 8.5 പ്ലസ് 120 ഇൻറ്റു 8.5. അപ്പോഴാണ് ഡോട്ടർ സൈഡ് കംപ്ലീറ്റ് ആയത്. ദാറ്റ് മൈനസ് 240 ഇൻറ്റു 7.6. ഇതാണ് ചെയ്യേണ്ടത്. ദിസ് ഇസ് ആക്ച്വലി 240 ഇൻറ്റു 8.5 ആണ്. ദാറ്റ് മൈനസ് 240 ഇൻറ്റു 7.6. സോ 240 ഇൻറ്റു അത് കുറച്ചാൽ 0.9 വരും. സോ ദാറ്റ് വിൽ ബി ദ വാല്യൂ. അതൊരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. അത് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അവിടുത്തെ വാല്യൂ. ഫൈനൽ സ്റ്റെപ്പ് നിങ്ങൾ എഴുതി വെക്കണം. അത്രയും മെഗൻ ഇലക്ട്രോൺ വോൾട്ട്. സിമ്പിൾ അല്ലേ? 0.9 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണടാ? 240 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0.9 എന്താണ്? അത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ മക്കളെ, ഈ കിട്ടിയത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. നമ്മളെ ടോട്ടൽ ബൈൻഡിങ് എനർജി ഒരു ന്യൂക്ലിയോണിന് 0.9 ആണ് ഡിഫറൻസ് എങ്കിൽ 240 എണ്ണുണ്ടെങ്കിൽ 240 ഇൻറ്റു 0.9 ചെയ്യണം. യെസ്, ദാറ്റ് ഈസ് 216. താങ്ക് യു. കാര്യം മനസ്സിലായില്ലേടാ? ആ മൾട്ടിപ്ലിക്കേഷൻ എന്തിനു എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ആയിരുന്നു. യെസ്, ദിസ് ഈസ് ഇറ്റ്. സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. Imagine fusion of Fe2656 into 2 equal fragments of aluminum 13 is the fission energetically possible. Justify by working out Q value of the process. എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാസ് തന്നാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എനർജി അല്ലെങ്കിൽ Q വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് എനർജിയാണ്. എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ ആണ്. സോ ഡെൽറ്റ എം ആദ്യം കണ്ടുപിടിക്കണം. ഡെൽറ്റ എം കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്യുക? ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ ന്യൂക്ലിയസിൻ്റെ കേസിലാണ് നമ്മൾ അവിടെ ചെയ്തത്. എന്താടാ? ആരൊക്കെ കൂടി ചേർന്നാണ് ഉണ്ടായത്? അത് ഡോട്ടറും മറ്റത് പാരറ്റും. സോ ഇവിടെ വരുന്ന സമയത്ത് എങ്ങനെയാണ് വരിക? നമ്മൾ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. Fe2656 അത് സ്പ്ലിറ്റായിട്ട് അലുമിനിയം 1323 പ്ലസ് അലുമിനിയം 1323 കിട്ടി അല്ലേ? മാസ് ഡിഫക്റ്റ് ആണ് വന്നിട്ടുള്ളത്. നോക്കിക്കേ, ഇതിൽ ആരുടെ മാസാണ് കൂടുതലുള്ളത്? ഒന്നുമില്ല, ഡിഫറൻസ് ഇൻ മാസ് എടുത്താൽ മാത്രം മതി. ആർക്കാണ് മാസ് കൂടുതലുണ്ടാവുക? അത് ഇയാൾക്കാണ് കൂടുതലുണ്ടാവുക. ക്ലിയർ ആണോ? ഇയാൾക്കാണ് കൂടുതലുണ്ടാവുക. ഇവർ രണ്ടുപേരുടെയും മാസ് കൂടി അത്ര കിട്ടില്ല. സോ ഇക്വേഷൻ വെറും ലോജിക് മാസ് ഡിഫക്റ്റ് ആണ് എടുക്കേണ്ടത്. ആരായി മാറി? അവർ കൂടി ചേർന്നിരുന്ന അവസ്ഥയിലേക്ക് മാസ് കൂടുതലാണ്, സ്പ്ലിറ്റ് ചെയ്തപ്പോൾ മാസ് കുറവായിട്ടുണ്ട്. സോ നോക്കിക്കോളൂ. സോ നമ്മൾ ചെയ്യേണ്ടത് മാസ് ഓഫ് Fe2656 മൈനസ് 2 ഇൻറ്റു രണ്ടുപേരില്ലേടാ മാസ് ഓഫ് അലുമിനിയം 1323 ആണ് ചെയ്യേണ്ടത്. സോ ഇതാണ് മാസ് ഡിഫക്റ്റ്. ഓക്കെ, എങ്ങനെ ചെയ്യാൻ പറ്റും? ചെയ്ത് കിട്ടിയാൽ ആൻസർ കിട്ടും കേട്ടോ. സോ അത് ചെയ്താൽ ആൻസർ കിട്ടും. ഞാൻ ചെയ്യാൻ പോകുന്നില്ല. സോ ഒന്നുമില്ല, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പോസിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിഫറൻസ് എടുക്കുക. അപ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ പോസിബിൾ ആവും, നെഗറ്റീവ് ആണെങ്കിൽ പോസിബിൾ ആവില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ നമ്പർ റൗണ്ട് ഞാൻ ചെയ്യുന്നില്ല, ഓർത്ത് വെച്ച് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. കാൽക്കുലേറ്റ് ദ എനർജി ഇൻ ഫ്യൂഷൻ റിയാക്ഷൻ. മൈനസ് ആണോ വന്നത്? മാസ് ഡിഫക്റ്റ് മൈനസ് ആണോ വന്നത്? അതോ ആൻസർ ആരോ പറഞ്ഞു? എത്രയാണ്? മൈനസ് 0.00288 പറഞ്ഞു. സോ മാസ് ഡിഫക്റ്റ് ഈസ് മൈനസ്. ക്യൂ വാല്യൂ ചെയ്താലും ദാറ്റ് ഈസ് മൈനസ് ഇൻറ്റു 0.02002 ഇൻറ്റു 931.5. സോ മൈനസ് വന്നു. സോ നമ്മൾ എന്ത് പറയണം? നോട്ട് പോസിബിൾ. ക്യൂ വാല്യൂ പോസിറ്റീവ് ആയാൽ മാത്രമേ നടക്കുള്ളൂ. ക്യൂ വാല്യൂ ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ട് നടക്കില്ല. ക്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താടാ? അത് എനർജി തന്നെയാണ്, റിലീസ്ഡ് എനർജി തന്നെയാണ്, ബൈൻഡിങ് എനർജി തന്നെയാണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. കാൽക്കുലേറ്റ് ദ എനർജി ഇൻ ഫ്യൂഷൻ റിയാക്ഷൻ. ബൈൻഡിങ് എനർജി തന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം, എന്താ തന്നിക്കുന്നത് നോക്കണം. കാൽക്കുലേറ്റ് ദ എനർജി ഇൻ ഫ്യൂഷൻ റിയാക്ഷൻ. സോ എങ്ങനെ കണ്ടുപിടിക്കാം? ഇനീഷ്യലി ഉണ്ടായിരുന്ന എനർജി എത്രയാണോ, രണ്ടാമതുണ്ടായ എനർജി എത്രയാണോ നോക്കുക, അത്രയേ ഉള്ളൂ. സോ കാൽക്കുലേറ്റ് ദ എനർജി ഇൻ ഫ്യൂഷൻ റിയാക്ഷൻ. രണ്ട് പേര് കൂടി, രണ്ട്
2 ഹൈഡ്രജൻ കൂടിച്ചേർത്തിട്ടുണ്ട്, ഒരു ഹീലിയം 2 3 ആയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? എനർജി റിലീസ്ഡ് ആണ്. സോ ഇനീഷ്യലി ഉള്ള എനർജിയിൽ നിന്ന് മറ്റേ എനർജി സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ 7.73 മൈനസ് 2 ഇൻറ്റു 2.23 ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് അവിടുത്തെ റിലീസ്ഡ് എനർജി. കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ആവശ്യമില്ല, കാരണം ബൈൻഡിങ് എനർജി തന്നെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആ ബൈൻഡിങ് എനർജിയിലെ ഡിഫറൻസ് ആണ് അവിടുത്തെ ന്യൂക്ലിയർ റിയാക്ഷനിൽ പുറത്ത് വിടുന്ന എനർജി. ക്ലിയർ അല്ലേടാ? അല്ലേ? സോ ആ ഡിഫറൻസ് മാത്രം എടുത്താൽ മതി, അത്രയും എനർജി ആയിരിക്കും പുറത്ത് വിടുന്നത്. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദി ചാപ്റ്റർ ന്യൂക്ലിയസ്. ക്ലിയർ ആണെങ്കിൽ ആ കാര്യം പറയാം. കഴിഞ്ഞു. ആ, സോ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ ആരെങ്കിലും പറയുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. എത്രയായിരുന്നുടാ? 3.27 ഇലക്ട്രോൺ വോൾട്ട്, മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ തന്നിരിക്കുന്നത് ബൈൻഡിങ് എനർജി തന്നെയാണ്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഒന്നുമല്ല. ദാറ്റ്സ് ഓൾ. സോ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം ഈ ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യണം. സോ അത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ കേട്ടോ. യെസ്, അടുത്ത ചാപ്റ്റർ ഏതായിരിക്കും പറയൂ? സെമി കണ്ടക്ടർ, ആറ്റം ന്യൂക്ലിയർ സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറുമായി ജസീൽ സാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ദ മൈക്ക് ഞാൻ കൈമാറുന്നു മക്കളെ. ജസീൽ സാർ വെൽക്കം നൗ. മക്കളെ, ചെറിയ ചാപ്റ്റേഴ്സാണ് ഇനി വരുന്നത്. സെമി കണ്ടക്ടറായി ഓക്കെ, ന്യൂക്ലിയർ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സെമി കണ്ടക്ടറും ഞാൻ നിങ്ങളോട് ആദ്യത്തെ ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ ആറ്റം, ന്യൂക്ലിയർ, സെമി കണ്ടക്ടർ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഈ ചാപ്റ്ററൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. നമ്മുടെ സ്ലൈഡൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം ഇതൊക്കെ തിയറി ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഡയറക്റ്റ് ഹിറ്റുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളോട് എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ തിയറിയൊക്കെ അതേപോലെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? പഠിച്ചിട്ട് പോകണം. ഉറപ്പാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. റെഡി അല്ലേ? ബാക്കി നമുക്ക് വരുന്നത് വെച്ചാണ്, നിങ്ങൾ പേടിക്കണം, നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനൊക്കെ തന്നെ വരത്തുള്ളൂ. എന്നാൽ കൂടിയും നമുക്ക് ബാക്കിയെല്ലാം ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നമുക്കറിയാം കറണ്ട്, ഇലക്ട്രിസിറ്റി, അതേപോലെ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, കപ്പാസിറ്റൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആരെങ്കിലും അതൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ചാപ്റ്റർ ആരെങ്കിലുമൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ആ ചാപ്റ്റർ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാവുള്ളൂ. നമ്മുടെ ഈ സ്ലൈഡ്സ് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. ഈ ചാപ്റ്റർ നമ്മൾ ഉറപ്പാണ്. റെഡിയല്ലേ മക്കളെ? നമുക്ക് തുടങ്ങാം. അടുത്ത ചാപ്റ്റർ തുടങ്ങുമല്ലേ? റെഡിയല്ലേ മക്കളെ? യെസ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നു. ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചു, റെഡിയായിട്ട് ചായ കുടിക്കാൻ സമയം. ഗുഡ് ഈവനിങ്. അപ്പോൾ തുടങ്ങുമല്ലേ മക്കളെ? സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഒരു അരമണിക്കൂർ തന്നാമത് നമുക്ക് ഈ ചാപ്റ്റർ പെട്ടെന്ന് തന്നെ മൈൻഡപ്പ് ചെയ്യാം. തിയറിയാണ്, ഫുൾ തിയറിയാണ്. ഈ ഒരു സ്ലൈഡ് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു 50-60 സ്ലൈഡ് ഉണ്ടെന്ന് തോന്നുന്നു ചാപ്റ്ററിൻ്റെ. ഈ സ്ലൈഡ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. ഈ ചാപ്റ്റർ ഫുള്ളായിരിക്കും, സെറ്റായിരിക്കും. യെസ്. മുത്തുമണി മക്കളെ, ഹലോ. ലൈക്ക് ചെയ്യാത്ത ആരൊക്കെയോ ഇതിനകത്ത് ഇരിപ്പുണ്ട്, അവരൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ. യെസ്, നമുക്ക് തുടങ്ങിയാലോ? PDF നമ്മുടെ ലൈവ് കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. 9 മണിക്ക് മുമ്പ് എന്തായാലും നമ്മുടെ ലൈവ് എന്ത് ചെയ്യാം, മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്, മുന്നോടിയായിട്ട് തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് റിവൈസ് ചെയ്യേണ്ടത്, അതുകൊണ്ട് നമ്മൾ നേരത്തെ തുടങ്ങിയത്. യെസ്, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പോവാം. ക്വസ്റ്റ്യൻ മാത്രമല്ല, ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള നമ്മൾ ഓരോ തിയറി പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല, പേടിക്കണം കേട്ടോ. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വരും നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ക്വസ്റ്റ്യനും പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ എനർജി ബാൻഡ് ഇൻ എ സോളിഡ്? കണ്ടോ, ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടോപ്പിക് ഇത് തന്നെയാണ്. എനർജി ബാൻഡ് ഇൻ എ സോളിഡ് എന്താണ്? ഡ്രോ ദ എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് കണ്ടക്ടർ, ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടർ. നമുക്കറിയാം എനർജി ബാൻഡ് എന്ന് വെച്ചാൽ ഒരു സോളിഡ്സിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ എനർജിയുടെ റേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എനർജി ബാൻഡ് എന്ന് വിളിക്കുന്നത്. ദ റേഞ്ച് ഓഫ് എനർജി അല്ലെങ്കിൽ ദ ലെവൽസ് ഓഫ് എനർജി പൊസസ്ഡ് ബൈ ദി ഇലക്ട്രോൺ ഇൻ എ സോളിഡ്. ഒരു സോളിഡ്സിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ എനർജീനെയാണ്. സാറേ പേടിക്കണ്ട, പേടിച്ചിട്ട് ഒരു കാര്യമുണ്ട്, കൂളായിട്ട് പോയി എഴുതിയിട്ട് വരിക. ദാറ്റ്സ് ഓൾ. വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മൾ പഠിക്കും, നമുക്ക് ചെയ്യേണ്ട പരിപാടി പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, പിന്നെ വരുന്നിടത്ത് വെച്ച് വേണം. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. എന്തിനാ ടെൻഷൻ അടിച്ചിട്ട്? ഒരു കാര്യമില്ല. ഇതൊന്നും കൊണ്ട് ജീവിതം അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. ഇല്ല, അങ്ങനെ പോവുക. ഇനിയും ജീവിതം കിടക്കുകയാണ്. നമുക്കൊരു 10-17 വയസ്സേ ആയിട്ടുള്ളൂ. ജീവിതത്തിൻ്റെ ഒരു 1/4%, ഒരു 10% ആയിട്ട്, 10 അതാണെങ്കിൽ 170 ഓക്കെ, ഒരു 1/4% ആയിട്ടുള്ളൂ. ഇനിയും കിടക്കുമല്ലേ ജീവിതം അങ്ങോട്ടേക്ക്. ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായി പഠിച്ചിട്ട് പോവുക.
ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാവിടാ. നമ്മൾ ഏറ്റുമുട്ടുകൂടാ. എക്സാം എന്ന് പറയുന്ന ഭീകരനുമായിട്ട് നമ്മളൊരു ഏറ്റുമുട്ടും, ഒരു ഫൈറ്റ് നടത്താൻ പോവാണ്. അപ്പോൾ നമ്മളൊരു യോദ്ധാവായിട്ടാണ് എക്സാം ഹാളിൽ കയറേണ്ടത്. അല്ലാതെ നമ്മൾ ഒന്നും അറിയാത്തവരെ പോലെ അയ്യോ പേടിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യോദ്ധാവിനെ പോലെ എക്സാം അറ്റൻഡ് ചെയ്യുക, യോദ്ധാവിനെ പോലെ പടക്കളത്തിലിറങ്ങി അന്തസ്സായിട്ട് യുദ്ധം ചെയ്യുക. വിജയിക്കുകയോ തോൽക്കുകയോ ചെയ്യും. ആ ഒരു അന്തസ്സുണ്ടല്ലോ, നിങ്ങൾ ആ യുദ്ധം ചെയ്യുന്ന അന്തസ്സുണ്ടല്ലോ, നിങ്ങളുടെ ആ പേടിയില്ലാതെ ഫിയർ ഇല്ലാതെ ആ ഒരു ഇതാണ് നമുക്ക് വേണ്ടത്. അതാണ് നമുക്കിവിടെ വേണ്ടത്. റെഡിയല്ലേ മക്കളെ? യെസ്, നമുക്ക് നോക്കാം. എങ്കിൽ എനർജി ബാൻഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എനർജി ബാൻഡ് രണ്ട് തരമുണ്ട്, വാലൻസ് ബാൻഡ് ഉണ്ട്. എന്താ മക്കളെ വാലൻസ് ബാൻഡ്? വാലൻസ് ഇലക്ട്രോണിന്റെ എനർജി ലെവലിനെയാണ് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് വിളിക്കുന്നത്. അതേപോലെ കണ്ടക്ഷൻ ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസിന്റെ എനർജി ലെവൽസിനെയാണ് നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. റേഞ്ച് ഓഫ് എനർജി, അല്ലെങ്കിൽ നമുക്ക് പറയാം ദ റേഞ്ച് ഓഫ് എനർജി, അല്ലെങ്കിൽ ദ റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ കണ്ടക്ഷൻ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എ സോളിഡ്സ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടക്ഷൻ ബാൻഡ് എന്ന് വിളിക്കുന്നത്. ഈ വാലൻസ് ബാൻഡും നമുക്കറിയാം, വാലൻസ് ബാൻഡ് എനർജി കുറവായിരിക്കും, കണ്ടക്ഷൻ ബാൻഡ് എനർജി കൂടുതലായിരിക്കും. ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്? ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഇതിനെയാണ് മക്കളെ നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. യെസ്, പിന്നെയും ആരോ സ്റ്റുഡിയോ 5 ചെന്നിട്ട് ഇങ്ങോട്ടേക്ക് ചെയ്യില്ലെന്ന് പറ. സ്റ്റുഡിയോ 5 അവർ ഇവിടെയാണ് സ്ക്രീൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ 5 വന്നിരിക്കുന്നത്. ഒരു മിനിറ്റ് മക്കളെ, ഇപ്പോൾ ശരിയാവുമേ? സ്ക്രീൻ ഇപ്പോൾ ശരിയാവുമേ? സ്ക്രീൻ ഇപ്പോൾ ശരിയാകുന്നതായിരിക്കും. യെസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ശരിയാവും. നോക്കാം. നമ്മുടെ സ്ലൈഡ് പുറകിലുണ്ടോ? അതൊന്ന് പോട്ടെ. നിങ്ങൾ പറ നിങ്ങളുടെ കുറേ കൺസേൺ കേൾക്കാം. യെസ്, വന്നു. യെസ്, ചായ കുടിച്ചില്ല, ചായ കുടിക്കണം. ചായ കുടിച്ചു. ഇങ്ങനെ കള്ളം പറഞ്ഞ ചായ കുടിച്ചു. എടാ നോക്കടാ, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് നമ്മൾ കഴിഞ്ഞു. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇതാ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത നമുക്ക് വേണ്ടത് എന്താണ്? ഓരോ മെറ്റീരിയലിൻ്റെയും എനർജി ഗ്യാപ്പിനെ എനർജി ഡയഗ്രത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തായിരുന്നു? സ്റ്റുഡിയോ 5 ലക്ഷം ഇവിടെ വന്നിരിക്കുന്നത്. വേറെ എവിടെ വന്നിട്ടുണ്ട്. റെഡി, നമുക്ക് അടുത്തിലോട്ട് പോവാം. അടുത്ത് നോക്കി, ഇൻസുലേറ്റർ ആണെങ്കിൽ മക്കളെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് ഇൻസുലേറ്റർ ആയിരിക്കും. എനർജി ഗ്യാപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ അതെന്തായിരിക്കും മക്കളെ? ഇൻസുലേറ്റർ ആണ്. ഇനി സെമി കണ്ടക്ടർ ആണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, സെമി കണ്ടക്ടർ ആണെങ്കിൽ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. എനർജി ഗ്യാപ്പ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, അത് സെമി കണ്ടക്ടർ ആയിരിക്കും. ഇനി മക്കളെ എനർജി ഗ്യാപ്പ് ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. ഓവർലാപ്പ് ചെയ്തിരുന്നാൽ അതെന്തായിരിക്കും? കണ്ടക്ടർ ആണ്. അതേപോലെ തന്നെ എനർജി ഗ്യാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ വാലൻസ് ബാൻഡ് കുറച്ച് പോർഷൻ എം ടി ആയിട്ടും കണ്ടക്ഷൻ ബാൻഡ് കുറച്ച് പോർഷൻ ഫിൽഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, അതായത് ഓൾറെഡി കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അത് എന്ത് തന്നെയായിരിക്കും? മെറ്റൽസ് തന്നെയാണ്, അല്ലെങ്കിൽ എന്താണ്? കണ്ടക്ടർ തന്നെയാണ്. അപ്പോൾ കണ്ടക്ടറിന് 2 കേസ് ഉണ്ട്. എന്താണ്? ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവർ ഓവർലാപ്പ് ചെയ്യും, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്യും. അല്ല എങ്കിൽ വാലൻസ് ബാൻഡിലുള്ള കുറേ ഇലക്ട്രോൺസ് എവിടെ പ്രസന്റ് ആണ്? ഓൾറെഡി പ്രസന്റ് ആണ്, കണ്ടക്ഷൻ ബാൻഡിൽ പ്രസന്റ് ആയിരിക്കും. യെസ്, ഇനി നമുക്ക് അടുത്തിലോട്ട് പോവാം. യെസ്, നമ്മൾ അടുത്തതിലോട്ട് പോകാൻ പോകുന്നു. അടുത്തത് മക്കളെ ചോദിച്ചിരിക്കുന്നത് ഗീവ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഹോൾസ് ആൻഡ് നമ്പർ ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. നമുക്കറിയാം മക്കളെ എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്? പ്യുവർ സെമി കണ്ടക്ടറിനെയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. സെമി കണ്ടക്ടറിനകത്ത് മെയിൻ ആയിട്ടുള്ളത് നമുക്കറിയാം സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം ആണ്. ഒരു സിലിക്കൺ ആറ്റം നെയ്ബറിംഗ് ആയിട്ടുള്ള 4 സിലിക്കൺ ആറ്റവുമായിട്ട് എന്തിൽ വരുന്നു? കോവാലന്റ് ബോണ്ടിൽ വരുന്നു അല്ലേ? കോവാലന്റ് ബോണ്ടിൽ വരുമ്പോൾ നമുക്കറിയാം അവിടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യും, 8 ഇലക്ട്രോൺ കിട്ടുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള സിലിക്കൺ ആറ്റവും ഇതേപോലെ തന്നെ നെയ്ബറിംഗ് ആയിട്ടുള്ള സിലിക്കൺ ആറ്റവുമായിട്ട് ഇതേപോലെ കോവാലന്റ് ബോണ്ടിൽ നിൽക്കുകയാണ് അല്ലേ മക്കളെ?
യെസ്, അപ്പോൾ എങ്ങനെയാണ് ഇവിടെ കണ്ടക്ഷൻ സാധ്യമാകുന്നത്? നമുക്കറിയാം, നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ, ഹീറ്റ് കൊടുക്കുമ്പോൾ ഈ കോവാലൻ്റ് ബോണ്ടിൽ കിടക്കുന്ന ഇലക്ട്രോൺസ് പുറത്തോട്ട് വരികയും ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ അവിടെ ഒരു ഹോളായിട്ട് മാറുകയും ചെയ്യുന്നു. ഇലക്ട്രോൺ എന്തുമാത്രം ഇലക്ട്രോൺ പുറത്തു വരുന്നു. ഇപ്പോൾ ഇനിയും ഞാൻ ചൂടാക്കുവാണ്, ഇനിയും ചൂടാക്കുമ്പോൾ ഇനിയും നമ്മുടെ കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺ പുറത്തു വരും. ആ ഇലക്ട്രോൺസിൻ്റെ ആബ്സെൻസ് അവിടെ ഹോളായിട്ട് നിൽക്കുന്നു. ഇലക്ട്രോൺസിൻ്റെ ആബ്സെൻസിനെയാണ് ഹോൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ ചൂടിങ്ങനെ കൂട്ടുന്നതനുസരിച്ച് ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും എണ്ണം കൂടും. 1000 ഇലക്ട്രോൺ ബോണ്ട് ബ്രേക്ക് ചെയ്ത് വന്നാൽ ആ 1000 ഹോൾസ് എവിടെ ഉണ്ടായിരിക്കും? ബോണ്ടിലുണ്ടായിരിക്കും. റെഡിയല്ലേ മക്കളെ? എങ്കിൽ നമുക്ക് പറയാം, ഗീവ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഹോൾസ് ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. റേഷ്യോ പറഞ്ഞാൽ മക്കളെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. നമുക്കറിയാം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ്. നമുക്ക് പറയുന്ന റേഷ്യോ NE/NH എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? NE/NH എന്ന് പറയുന്നത് എന്തായിരിക്കും? പറഞ്ഞടാ. NE/NH എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 1 ആയിരിക്കും. റേഷ്യോ 1 ആയിരിക്കും. ഓക്കെ സാറേ, വേഗം തീർക്കാതെ പേടിക്കണ്ട. എടാ നോക്കടാ. അറ്റ് വാട്ട് ടെമ്പറേച്ചർ സെമി കണ്ടക്ടർ ആയിട്ട് ഇൻസുലേറ്റർ ഏത് ടെമ്പറേച്ചറിലാണ്? 0 കെൽവിനിൽ സെമി കണ്ടക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. കാരണം ബോണ്ടിലായിരിക്കും ആ ഇലക്ട്രോൺസ് എല്ലാം പ്രസന്റ് ആയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സെമി കണ്ടക്ടർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കറിയാം, ടെമ്പറേച്ചർ കൂടുമ്പോൾ സെമി കണ്ടക്ടറിനകത്ത് റെസിസ്റ്റൻസ് കുറയും. നമുക്കറിയാം, ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ നമ്മൾ പറയും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. നമ്മൾക്ക് ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു, ദാറ്റ് ഈസ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്. എങ്കിൽ സെമി കണ്ടക്ടർ എല്ലാം നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. നമുക്ക് അടുത്തിലോട്ട് പോകാം. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ ചാടി ഓടിക്കിടക്കുന്നു. എന്താണ് മക്കളെ? കാർബൺ, സിലിക്കൺ, ജെർമേനിയം ഹാവ് ദി സെയിം ലാറ്റിസ് സ്ട്രക്ചർ. ബൈ കാർബൺ ഈസ് ഇൻസുലേറ്റർ. നമുക്കറിയാം, കാർബൺ ആയിക്കോട്ടെ, സിലിക്കൺ ആയിക്കോട്ടെ, ജെർമേനിയം ആയിക്കോട്ടെ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണുള്ളത്, അല്ലേടാ? പക്ഷെ കാർബൺ എന്തുകൊണ്ട് ഇൻസുലേറ്റർ ആയി? നമുക്കറിയാം, കാർബണിന്റെ എനർജി ഗ്യാപ്പ് കൂടുതലാണ്. കാർബൺ എനർജി ഗ്യാപ്പ് സിലിക്കണേക്കാളും ജെർമേനിയത്തിനേക്കാളും കൂടുതലാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും, കാർബണിന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 5.54 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ദാറ്റ് ഈസ് ഇൻസുലേറ്റർ ആണത്. സിലിക്കണും ജെർമേനിയം എന്ന് പറയുന്നത് 0.72 ആണ്. ജെർമേനിയത്തിൻ്റെത് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ് സിലിക്കണ്ടത്. അതായത് 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാൾ കുറവാണ്. സെമി കണ്ടക്ടർ ആണ്. കാർബൺ ഒരു ഇൻസുലേറ്റർ ആണ്. കാരണം എനർജി ഗ്യാപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അങ്ങനെ ഈ പർട്ടിക്കുലർ വാല്യൂ എഴുതിയില്ലെങ്കിലും എനർജി ഗ്യാപ്പ് കൂടുതലാണെന്നെങ്കിൽ എഴുതി വെക്കുക. റെഡിയല്ലേ മക്കളെ? ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിലും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. റെഡിയല്ലേ മക്കളെ? അടുത്ത് 2020 CBSE ക്വസ്റ്റ്യൻ ആണ്, അസേർഷൻ റീസൺ ആണ്. ഇൻ ഇൻസുലേറ്റർ ദ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഈസ് വെരി ലാർജ്. നമുക്കറിയാവുന്നതാണല്ലേ. റീസൺ, ഇൻസുലേറ്റർ ആണെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് കൂടുതലാണ്. റീസൺ ആയിട്ട് ദ വാലൻസ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഓഫ് ആൻ ഇൻസുലേറ്റർ അറ്റ് വെരി ടൈറ്റ്ലി ദ ന്യൂക്ലിയസ്. നമുക്കറിയാം, എപ്പോഴാണ് മക്കളെ ഇലക്ട്രോൺസ് ഫ്രീ ആകുന്നത്? ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോൺസിൻ്റെ അകലം കൂടുതലാണെങ്കിൽ. ഇപ്പോൾ ഒരു വലിയ ആറ്റം എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയസുമായിട്ടുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. ഡിസ്റ്റൻസ് കൂടുന്തോറും നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കുറയും. അപ്പോൾ അത് വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലാണ്. അപ്പോൾ പെട്ടെന്ന് ചാടി പുറത്തു വരാൻ പറ്റും. അപ്പോൾ അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. എങ്കിൽ നമുക്ക് പറയാം ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, അല്ലേ? റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ എന്താണ്? അസേർഷനാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 2020 CBSE മറ്റൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ പല സെറ്റ് പേപ്പറിനകത്താണ്. ഇതൊരു സെറ്റ് പേപ്പറിനകത്താണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇത് മറ്റൊരു സെറ്റ് പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻ ആണ്. നോക്കടാ. ഇൻ എൻ-ടൈപ്പ് സെമി കണ്ടക്ടർ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഡെൻസിറ്റി ഓഫ് ഹോൾ. എൻ-ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ ഇലക്ട്രോൺസിന് എണ്ണം കൂടുതലും ഹോൾസിനെണ്ണം നമുക്കറിയാം കുറവാണ്. എൻ-ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് ഒരു എൻ-ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടുന്നത്? ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനകത്തോട്ട് പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എൻ-ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടുന്നത്. അവിടുത്തെ മെജോറിറ്റി ചാർജ് ഗൈഡ്സ് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. മെജോറിറ്റി ചാർജ് ഗൈഡ്സ് എന്ന് പറയുന്നത്, അല്ലേ മക്കളെ? ആ ഡോപ്പ് ചെയ്യുന്ന ആറ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഡോണർ ആറ്റം എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ചാർജ് എന്തായിരിക്കും? അതിൻ്റെ ചാർജ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്താൽ അതിൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കത്തില്ലേ? യെസ്, അപ്പോൾ അത് ശരിയാണ്. എങ്കിലും അതിൻ്റെ ഓവറാൾ ചാർജ് ന്യൂട്രൽ ആയിരിക്കും. ഓർക്കുക, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആയിക്കോട്ടെ, പി-ടൈപ്പ് സെമി കണ്ടക്ടർ ആയിക്കോട്ടെ, എൻ-ടൈപ്പ് സെമി കണ്ടക്ടർ ആയിക്കോട്ടെ, ഇനി PN ജംഗ്ഷൻ ഡയോഡ് ആയിക്കോട്ടെ, സെമി കണ്ടക്ടർ എല്ലാം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. പി-ടൈപ്പ് സാറേ പോസിറ്റീവ് ചാർജ് അല്ലേ സാറേ? എൻ-ടൈപ്പ് സാറേ നെഗറ്റീവ് അല്ലേ സാറേ? അങ്ങനെയല്ല. ഇപ്പോൾ എൻ-ടൈപ്പ് എടുത്താൽ അതിനകത്ത് കുറേ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഇലക്ട്രോൺസിന് ചാർജ് നെഗറ്റീവാണ്.
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ എന്തുണ്ട്? ഡോണർ അയോൺസ് ഉണ്ട്. ഡോണർ അയോൺസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. അപ്പോൾ ഇലക്ട്രിക്കലി മക്കളെ അത് ന്യൂട്രലായിരിക്കും. സാർ തൊണ്ട അടിച്ചു പോയോ? ചെറുതായിട്ട് അടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് ക്ലാസ്സാണ്. ഓക്കെ, ഇടയ്ക്ക് ഒന്ന് ശരിയായി വന്നതാണ്. പിന്നെയും ഞാൻ ഇന്ന് സൗണ്ട് ഉണ്ടാക്കി പിന്നെ കുറച്ച് പോയി. കുഴപ്പമില്ല, എന്നാലും ഞാൻ മാക്സിമം എടുക്കാം, എഫേർട്ട് എടുക്കാം. നിങ്ങൾ അടിപൊളിയായിട്ട് എക്സാം എഴുതും. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് അല്ലേ? ശ്രദ്ധിക്കും മക്കളെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അപ്പോൾ ചാർജ് ന്യൂട്രൽ ആയിരിക്കും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആയിക്കോട്ടെ, ഏത് സെമി കണ്ടക്ടർ ആണെങ്കിൽ ചാർജ് ന്യൂട്രലാണ്. നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജോ അല്ല. ഇനി അതിൻ്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റഡ് ബൈ ഡോണർ ആറ്റം ഈസ് ജസ്റ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് അയണൈസ്ഡ് ഡോണർ. കറക്റ്റാണ്. അപ്പോൾ നമുക്ക് പറയാം അസേർഷൻ റെഡിയാണ്, ശരിയാണ്, റീസണും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കിടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 2022 ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്കല്ലേ. ക്വസ്റ്റ്യൻ ഇതാണ്: നെയിം ദ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഡോപ്ഡ് വിത്ത് എ ട്രൈവാലന്റ് ആൻഡ് ബി പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. മക്കളെ, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി കൊണ്ട് ഡോപ്പ് ചെയ്താൽ നമുക്കറിയാം അതെന്തായിരിക്കും മക്കളെ? ട്രൈവാലന്റ് ആണോ? നമുക്കറിയാം അത് എന്താണ്? പി ടൈപ്പ് സെമി കണ്ടക്ടർ. ട്രൈവാലന്റ്, വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോണേ ഉള്ളൂ. 3 എണ്ണം ബോണ്ടിൽ വരും. ഒരു ബോണ്ട് ഫില്ല് ചെയ്യാൻ ആരുമില്ല, അത് ഹോളായിട്ട് ആക്ട് ചെയ്യും. പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഇത് കണ്ടാൽ ജയിക്കുമോന്ന്? എൻ്റെ പൊന്നു കുഞ്ഞെ, രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി ക്ലാസ് എടുത്ത് ജയിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഫുൾ ടോപ്പിക് കവർ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ, ഒരു ഡെറിവേഷൻ പോലും സ്കിപ്പ് ചെയ്യാതെ ഇത്രയും സമയം കൊണ്ട് നിങ്ങൾക്ക് ഫുൾ ടോപ്പിക്ക്, ഫുൾ ഡെറിവേഷൻ സഹിതമാണ് പറഞ്ഞു തരുന്നത്. ഇത് കണ്ടിട്ട് ജയിച്ചില്ലേ പിന്നെ എന്താണ്? ജയിക്കുന്ന കാര്യം 100% ഉറപ്പാണ് മോനെ. അതിനേക്കാൾ കൂടുതൽ മാർക്ക് ഇടും. ഇനി എക്സാം അങ്ങാണ് എക്സാം ടഫാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നല്ല 1-1.5 ടഫായിരിക്കും. ഉള്ള പോലെ പറയണമല്ലോ, നല്ല 1-1.5 ടഫായിരിക്കും. പക്ഷേ പേടിക്കേണ്ട, വാല്യുവേഷൻ ലിബറൽ ആയിരിക്കും എന്ന് മനസ്സിലൊന്ന് ഓർത്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്താൽ മതി. എക്സാം പാടായി, അയ്യോ എൻ്റെ പൊന്നോ ഞാൻ തോറ്റുപോയി, ഞാൻ ഇനിയൊന്നും എഴുതത്തില്ല, അങ്ങനെയല്ല. എക്സാം ടഫാണെങ്കിൽ വാല്യുവേഷൻ ലിബറൽ ആയിരിക്കും. അത് മാത്രം മനസ്സിലാക്കുക. എന്നിട്ട് അറിയാവുന്നതൊക്കെ എഴുതുക. എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുക. ഭാഗ്യത്തിന് ഏതെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാലോ? എല്ലാ ക്വസ്റ്റിനും അങ്ങ് അറ്റൻഡ് ചെയ്യുക. ഒന്നും വിടരുത്. എല്ലാ ക്വസ്റ്റ്യനും നമുക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. വാല്യുവേഷൻ ലിബറൽ ആണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അഥവാ ക്വസ്റ്റ്യൻ ഒരു ആവറേജ് ക്വസ്റ്റ്യനൊക്കെ ആണ് എങ്കിൽ ഉറപ്പാണ് ഈ ലൈവ് കണ്ടിട്ട് എല്ലാവർക്കും ഗുണമുണ്ടായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇനി ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കരുത് ദയവ് ചെയ്ത്. ക്ലാസ് കാണാൻ പറ്റുമെങ്കിൽ കാണുക, അല്ല എങ്കിൽ ഇറങ്ങി പോവുക. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. റെഡിയല്ലേ മക്കളെ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. സ്വന്തമായിട്ട് പഠിച്ചോട്ടെ. അങ്ങനെ വിശ്വാസമില്ലാത്തവർ നമുക്കൊരു ലൈവ് കാണും. ഞങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ലോ. നിങ്ങൾ വന്ന് കാണും. നിങ്ങൾ ഇത്രയും കുട്ടികൾ, അതായത് നമ്മുടെ ആദ്യം ലൈവിലുണ്ടായിരുന്ന കുട്ടികളുടെ കൗണ്ട് നിങ്ങൾക്കറിയാം 30-40 ഒക്കെ ആയിരുന്നു. അത് ഇത്രയും കൗണ്ടിലെത്തിയെങ്കിൽ എന്തെങ്കിലും കിട്ടും എന്ന് ഉറപ്പുണ്ടല്ലോ നിങ്ങൾ കിട്ടും വന്നിരിക്കുന്നത്. റെഡിയല്ലേ മക്കളെ? എങ്കിൽ അടുത്ത ബി ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ് എങ്കിൽ ഉറപ്പാണ് പെൻറ്റാവാലന്റ് ആണെങ്കിൽ അത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. ഇനി ഇതിൻ്റെ എനർജി ബാൻഡും കൂടെ നോക്കാം. എനർജി ബാൻഡ് നമുക്ക് നോക്കാം. 2023 CBSE ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരുന്നു അല്ലേ? കണ്ടോ, ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എൻ ടൈപ്പിൻ്റെയും പി ടൈപ്പിൻ്റെയും എനർജി ബാൻഡ് ഡയഗ്രാം. വളരെ സിമ്പിളാണ് മക്കളെ. ഇത് നിങ്ങൾ കണ്ടോ, എൻ ടൈപ്പ് ആണെങ്കിൽ ഈ കണ്ടക്ഷൻ ബാൻഡിന് തൊട്ട് താഴെ ഒരു എനർജി ലെവൽ ഉണ്ടാവും. ദാറ്റ് ഈസ് ഡോണർ എനർജി ലെവൽ. നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ആക്ച്വലി പുറത്തല്ലേ നിൽക്കുന്നത്. അതായത് കണ്ടക്ഷൻ ബാൻഡ് തൊട്ട് താഴെയാണ് എനർജി ലെവൽ ഉണ്ടാകുന്നത്. ഇവിടെയാണ് നമ്മുടെ ആ ഇലക്ട്രോൺ ഒക്കെ ഉണ്ടാകുന്നത്. ആ ഇലക്ട്രോൺ അവിടെ നിൽക്കത്തില്ല. ഡ്യൂ ടു തെർമൽ അജിറ്റേഷൻ വെച്ച് ആടെ എന്ത് ചെയ്യും? നേരെ പോയി കണ്ടക്ഷൻ ബാൻഡിലോട്ട് കയറും. അപ്പോൾ എന്താണ്? കണ്ടക്ഷൻ ബാൻഡിൽ തൊട്ട് താഴെ ഒരു എനർജി ലെവൽ ഫോം ചെയ്യുന്നു. ഇനി പി ടൈപ്പ് ആണെങ്കിൽ നമുക്കറിയാം ആ ഹോൾസ് എല്ലാം ആക്ച്വലി എവിടെയാണ് കാണുന്നത്? ആ ഹോൾസ് എല്ലാം കോവാലന്റ് ബോണ്ടിലാണ് കാണുന്നത് അല്ലേ? കോവാലന്റ് ബോണ്ടിലാണ് കാണുന്നത്. ഇവൻ എന്താ ചെയ്യുന്നത്? ഇവൻ എന്ത് ചെയ്യും? അടുത്തുള്ള നെയ്ബറിങ് ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനെ വാങ്ങിച്ചിട്ട് ഈ ഹോൾസ് എല്ലാം നേരെ ചാടി എങ്ങോട്ട് വരുന്നു? വാലൻസിലോട്ട് വരുന്നു. അപ്പോൾ ഓർക്കുക, ഇവിടെ നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ നമ്മുടെ വാലൻസ് ബാൻഡ് തൊട്ട് മുകളിൽ എനർജി ഫോം ചെയ്യും. ആ എനർജി ലെവലാണ് അക്സെപ്റ്റർ എനർജി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, യെസ് മനസ്സിലായോ മക്കളെ? ഓക്കെ, യെസ്. എങ്കിൽ അടുത്തതിലോട്ട് പോവാം. ഇൻ പ്യുവർ ക്രിസ്റ്റൽ ഹാസ് 5 × 10⁻28 ആറ്റം മീറ്റർ ക്യൂബ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനെ ഡോപ്പ് ചെയ്തിരിക്കുന്നത് 1 ppm. എന്താണ് ഈ ppm എന്ന് പറയുന്നത്? പാർട്സ് പെർ മില്യൺ എന്ന് വെച്ചാൽ മക്കളെ ഒന്നുമില്ല,
1 മില്യൺ സിലിക്കൺ ആറ്റത്തിന് ഒരു പെൻറ്റാവാലൻ്റ് ആയ ആർസെനിക് ആറ്റം. 1 മില്യൺ എന്ന് വെച്ചാൽ എത്ര സാറേ? 10⁻6 1 മില്യൺ 10⁻6 അതെ 10⁻6 സിലിക്കൺ ആറ്റത്തിനാണ് നമ്മൾ ഒരു ആർസെനിക് ആറ്റം വെച്ച് ഡോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എങ്കിൽ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹോൾസ്. നമുക്ക് ഓരോന്നിട്ട് കണ്ടുപിടിക്കാം. എന്തൊക്കെ കണ്ടിട്ടുണ്ട്? 5 × 10⁻28 ആണ് നമ്മുടെ സിലിക്കൺ ആറ്റം. 1 ppm ആണ് കോൺസെൻട്രേഷൻ എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നമ്പർ ഓഫ് അല്ലെങ്കിൽ ആർസെനിക് ആറ്റം നമ്പർ ഓഫ് ആർസെനിക് ആറ്റം നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം 5 × 10⁻28 ആണ് നമ്മുടെ സിലിക്കൺ. അതിൽ എത്രയാണ്? 10⁻6 കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? ഡിവൈഡ് ചെയ്താൽ എനിക്ക് കിട്ടും 5 × 10⁻, എത്രയാണ് മക്കളെ കിട്ടുന്നത്? 22 എന്ന് കിട്ടി. 5 × 10⁻22 ആറ്റം കൊണ്ടാണ് നമ്മൾ ഡോപ്പ് ചെയ്യുന്നത്. ഇത്രയും പെൻറ്റാവാലൻ്റ് ആറ്റം കൊണ്ട് ഡോപ്പ് ചെയ്താൽ ഇതിൽ എന്തുമാത്രം ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? നമുക്ക് പറയാം നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 5 × 10⁻22 ആണ്. ചില കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, പെർ മീറ്റർ ക്യൂബ് ആണേ. ചില കുട്ടികൾ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, എൻ്റെ സാറേ ഇങ്ങനെയാണെങ്കിൽ, ഓക്കെ സമ്മതിച്ചു, ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം തെർമൽ അജിറ്റേഷൻ മൂലമുണ്ടായ കുറച്ച് ഇലക്ട്രോൺസ് അവിടെ കാണത്തില്ലേ? ആ ഇലക്ട്രോണിൻ്റെ എണ്ണം ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ 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 കുറവായതുകൊണ്ട് നമുക്കതങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ എത്ര ആറ്റം വെച്ചാണോ ഡോപ്പ് ചെയ്തത് അതായിരിക്കും ആ നമ്പർ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹോൾസ് എന്ന് പറയുന്നത്. ഇത് പെൻറ്റാവാലൻ്റ് ആയതുകൊണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺ ആയി. ഇനി മക്കളെ അടുത്തത് സാർ പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് എക്സാമ്പിൾ പറയുമോ? പി ടൈപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനകത്തോട്ട് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ഡോപ്പ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. എൻ ടൈപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനകത്തോട്ട് എന്താണ്? ആർസെനിക് ആറ്റം കൊണ്ട് ഡോപ്പ് ചെയ്യുന്നു, മറ്റേത് ബോറോൺ കൊണ്ട് ഡോപ്പ് ചെയ്യുന്നു, അത്ര ഓർത്താൽ മതി. യെസ് മക്കളെ അടുത്തത്. എങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ അറിയണം. NE × NH = NI². ഇതിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് NH നമ്പർ ഓഫ് ഹോൾസ് NI² / NE ആണ്. ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. NI = 1.5 × 10⁻16 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് NI² ആണല്ലേ. 1.5 × 10⁻16² ഡിവൈഡഡ് ബൈ NEൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. 5 × 10⁻22 ആണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ അത് മാത്രം ഞാൻ തൽക്കാലം എഴുതുന്നു. 4.5 × 10�9 per meter cube. ഇത്രയും എന്തുണ്ട്? ഹോൾസ് ഉണ്ടായിരിക്കും. ഓക്കെ സാർ ഡയോഡൊക്കെ ഡിലീറ്റഡ് ആണോ? അല്ലല്ലോ, ഡയോഡ് ഡിലീറ്റഡ് അല്ലോ കേട്ടോ. സ്പെഷ്യൽ പർപ്പസ്, അതായത് നമ്മുടെ എന്താണ് സെനർ ഡയോഡ്, ഫോട്ടോ ഡയോഡ്, LED, അതൊക്കെ ഡിലീറ്റ് ആണ്. എടാ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ. ബൈ ദ 2 പ്രോസസ് ടേക്കിംഗ് ദ ഫോർമേഷൻ ഓഫ് PN ജംഗ്ഷൻ. PN ജംഗ്ഷൻ്റെ ഫോർമേഷൻ ആണ് നമ്മളോട് ചോദിച്ചത്. മിക്കപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 2015-ലും 2016-ലും 2017-ലും 2024-ലും ഒക്കെ എന്ത് ചെയ്യും? ഇത് ചോദിക്കും. നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. PN ജംഗ്ഷൻ എങ്ങനെയാണ്? PN ജംഗ്ഷൻ നമ്മളൊരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എടുക്കുന്നു. ആ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ഒരു സൈഡിൽ നമ്മൾ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി കൊണ്ടും ഒരു സൈഡിൽ നമ്മൾ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി കൊണ്ട് ഡോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് PN ജംഗ്ഷൻ കിട്ടുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു സൈഡിൽ പെൻറ്റാവാലൻ്റ് ആണല്ലേ. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലാണ്. ഇലക്ട്രോൺസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനോട് എന്ത് ചെയ്യുന്നു? പോകുന്നു. അങ്ങനെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഇവിടെ ഹോളുമായിട്ട് റീകമ്പൈൻ ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. എന്ത് പ്രോസസ്സാണ് മക്കളെ? ഡിഫ്യൂഷൻ. അങ്ങനെ ഡിഫ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? N സൈഡിൽ ഒരു പോസിറ്റീവ് അയോണിൻ്റെ ലെയറും P സൈഡിൽ ഒരു നെഗറ്റീവ് അയോണിൻ്റെ ലെയറും എന്ത് ചെയ്യുന്നു മക്കളെ? ഫോം ചെയ്യുന്നു. ഈ ലെയറിനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. ഈ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകുന്നു? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? ഇവിടെയുള്ള മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിനെ എന്ത് ചെയ്യിക്കുന്നു? മൂവ് ചെയ്യിക്കുന്നു. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ദ ഇലക്ട്രിക് ഫീൽഡ് ഹെൽപ്പ് ടു മൂവ് ദ മൂവ്മെന്റ് ഓഫ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ലൈക്ക് ലൈക്ക് ഇലക്ട്രോൺസ് ഇൻ P region ആൻഡ് ഹോൾസ് ഇൻ N region. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ്. ഇതുമൂലം ഉണ്ടാകുന്ന കറണ്ടാണ് ഡ്രിഫ്റ്റ് കറണ്ട്. ഡിഫ്യൂഷൻ പ്രോസസ് മൂലം ഉണ്ടാകുന്ന കറണ്ടാണ് ഡിഫ്യൂഷൻ കറണ്ട്.
അങ്ങനെ അവിടെ ഒരു ലെയർ ഫോം ചെയ്യും. ആ ലെയറാണ് ഡിപ്ലീഷൻ ലെയർ, അല്ലെങ്കിൽ ആ ലെയറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പൊട്ടൻഷ്യൽ ബാരിയർ. കാരണം എന്താണ്, ഇവിടെ ഒരു പോസിറ്റീവ് അയോണിൻ്റെയും ഒരു നെഗറ്റീവ് അയോണിൻ്റെയും പൊട്ടൻഷ്യൽ ഉണ്ട്. അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ബാരിയർ എന്നാണ് വിളിക്കുന്നത്. ബാരിയർ പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുന്നത്. മക്കളെ ഈ ഒരു സെൻറ്റൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇത് ഇതേപോലെ തന്നെ വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഈ ഡിഫ്യൂഷൻ കണ്ട് ഡ്രിഫ്റ്റ് കണ്ട് എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ ഈ ഡിഫ്യൂഷൻ കണ്ടും ഡ്രിഫ്റ്റ് കണ്ടും എന്തായിട്ട് മാറുന്നു മക്കളെ, ഈക്വൽ ആയിട്ട് മാറുന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി അവിടെ എന്ത് ഫോം ചെയ്യുന്നു, ഒരു ലെയർ ഫോം ചെയ്യുന്ന പർട്ടിക്കുലർ ടൈം ഡിഫ്യൂഷൻ കണ്ട് ഡ്രിഫ്റ്റ് കണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ഡിപ്ലീഷൻ റീജിയൻ ഈസ് ഫുള്ളി ഡെവലപ്ഡ്. ഇനി ഒരു കാര്യം കൂടെ, ഡിപ്ലീഷൻ റീജിയനകത്ത് ദർ ഈസ് നോ എക്സസ് ചാർജ് കാരിയേഴ്സ്, ഇലക്ട്രോണോ ഹോൾസോ അവിടെ കാണില്ല. പിന്നെ സിലിക്കൺ ആണെങ്കിൽ ആ ബാരിയർ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 ആണ്. ജെർമേനിയം ആണെങ്കിൽ അത് 0.3 വോൾട്ട് ആയിരിക്കും. റെഡിയല്ലേ മക്കളെ? ജസ്റ്റ് ഞാൻ ഓടിച്ചിട്ട് പോയതാണ്, സ്പീഡിന് പോയതാണ്, എനിക്കറിയാം. പക്ഷേ ഇത് പഠിക്കണം. ഈ സ്ലൈഡ് നിങ്ങൾ റെഫർ ചെയ്താൽ വളരെ വ്യക്തമായി ഇവിടുന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും PN ജംഗ്ഷൻ മസ്റ്റായി നിങ്ങൾ പഠിച്ചിട്ട് പോവുക. PN ജംഗ്ഷനിൽ എത്രയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ഈ ഒരു ഒറ്റ സ്ലൈഡിൽ മാത്രം വായിച്ചു നോക്കിയാൽ മാർക്ക് വാങ്ങിക്കാൻ കഴിയും. ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണ്. യെസ്, 2023 CBSE ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് PN ജംഗ്ഷൻ, നമുക്കറിയാം PN ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ എന്താണ്, ഡിഫ്യൂഷൻ കറണ്ട് കീപ്പ് ഇൻക്രീസിങ്, ഡ്രിഫ്റ്റ് കറണ്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ബോത്ത് ഡിഫ്യൂഷൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് കറണ്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ഡിഫ്യൂഷൻ കറണ്ട് റിമെയിൻസ് ആൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് ബട്ട് ഡ്രിഫ്റ്റ് കറണ്ട് ഇൻക്രീസസ് ടിൽ ദ ബോത്ത് കറണ്ട് ബിക്കം ഈക്വൽ. എന്താ മക്കളെ, PN ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ എന്താണ് അവസാനം, അത് എന്തായിട്ട് മാറുന്നു, ഈക്വൽ ആയിട്ട് മാറുന്നു. അപ്പോൾ ഏതാണ് മക്കളെ ഓപ്ഷൻ? പറയൂ കുഞ്ഞുങ്ങളെ, എന്തായിരിക്കും? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി? ആരുടെ പറയുന്നതൊക്കെ ഡിപ്ലീഷൻ റീജിയൻ ഒന്നുമില്ല. നമ്മുടെ പി സൈഡിൽ നെഗറ്റീവ് അയോണിൻ്റെ ലെയറും എൻ സൈഡിൽ പോസിറ്റീവ് അയോണിൻ്റെ ലെയറും അവിടെ എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഡിപ്ലീഷൻ റീജിയൻ ഈസ് നോൺ ആസ് എന്താണ്, പൊട്ടൻഷ്യൽ ബാരിയർ. ഓക്കെ, യെസ്. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് മെജോറിറ്റി ചാർജ് ഗൈഡ്സിന് മൂവ്മെൻറ്റ് മൂലം ഉണ്ടാകുന്നതാണ്. ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് മൈനോറിറ്റി ചാർജ് ഗൈഡ്സിന് മൂവ്മെൻറ്റ് മൂലം ഉണ്ടാകുന്നതാണ്. മൈനോറിറ്റി ഗൈഡ്സ് എങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്കറിയാം. ഈ ലെയറിൽ ഒരു നെഗറ്റീവിൻ്റെയും പോസിറ്റീവിൻ്റെയും ലെയർ ഫോം ചെയ്യും, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഈ ഇലക്ട്രിക് ഫീൽഡാണ് മൈനോറിറ്റി ചാർജ് ഗൈഡ്സിനെ മൂവ് ചെയ്യിക്കുന്നത്. അതാണ് ഡ്രിഫ്റ്റ്. റെഡി അല്ലേടാ? യെസ്, നമുക്ക് അടുത്തതിലോട്ട് പോകാം. നമ്മൾ അടുത്തതിലോട്ട് പോകാൻ പോകുന്നു. യെസ്, അടുത്തത് ഒരിക്കലും ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിനെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെയും നമുക്ക് ഫിസിക്കലി ജോയിൻ ചെയ്താൽ PN ജംഗ്ഷൻ കിട്ടില്ല. അതിന് കാരണം എന്താണ്, എക്സാമിന് ചോദിക്കും. അപ്പോൾ എൻ്റെ മക്കളെ, നിങ്ങൾ പറയണം PN ജംഗ്ഷൻ നമ്മൾ ഫിസിക്കലി നേരിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്കവിടെ ഇൻ്റർ അറ്റോമിക് ലെവലിൽ ആ ഒരു ആറ്റങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. നിങ്ങൾ എത്രയൊക്കെ സ്മൂത്തൻ ചെയ്താലും അവിടെ എന്തുണ്ടായിരിക്കും, ഒരു സ്പേസ് എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ്. എത്രയൊക്കെ നിങ്ങൾ ഫ്ലാറ്റൻ ചെയ്താലും ഒരു റഫ്നെസ് അവിടെ ഉണ്ടായിരിക്കും. അല്ലേ? ആ റഫ്നെസ് എന്ന് പറയുന്നത് ഇൻ്റർ അറ്റോമിക് ക്രിസ്റ്റൽ സ്പേസിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഫിസിക്കലി നമുക്കൊരിക്കലും ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ഒരു സൈഡിൽ N ടൈപ്പും ഒരു സൈഡിൽ P ടൈപ്പും നമ്മൾ എന്ത് ചെയ്യണം, ഡോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് PN ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്യുന്നത്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ടു ഡിഫറൻസ് ബിറ്റ്വീൻ N ടൈപ്പ് ആൻഡ് P ടൈപ്പ്. മക്കളെ, N ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? അവിടെ നമ്മൾ പെൻറ്റാവാലൻ്റ് കൊണ്ടാണ് ഡോപ്പ് ചെയ്യുന്നത്. മെജോറിറ്റി ചാർജ് ഗൈഡ്സ് പറയുന്നത് എന്തായിരിക്കും, ഇലക്ട്രോൺസ് ആയിരിക്കും. അവിടെ ഡോപ്പ് ചെയ്യുന്ന ആറ്റത്തിന് വിളിക്കുന്ന പേര് ഡോണർ ആറ്റം എന്നാണ്. ഓക്കെ അല്ലേ? ഇനി P ടൈപ്പ് ആണെങ്കിൽ നമുക്കറിയാം ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ചാണ് ഡോപ്പ് ചെയ്യുന്നത്. അവിടെ മെജോറിറ്റി ചാർജ് ഗൈഡ്സ് ഹോൾസ് ആയിരിക്കും. അവിടെ ആ ഡോപ്പ് ചെയ്യുന്ന ആറ്റത്തിന് വിളിക്കുന്ന പേര് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റമാണ്. റെഡി അല്ലേ മക്കളെ? യെസ്. അടുത്തത്, വാട്ട് ഈസ് എ ഡിപ്ലീഷൻ റീജിയൻ PN ജംഗ്ഷൻ? ഹൗ ഡസ് ഡിപ്ലീഷൻ ലെയർ ആക്ട്? എന്താണ് മക്കളെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്? ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം വാട്ട് ഈസ് ഡിപ്ലീഷൻ റീജിയൻ. എന്താ ഡിപ്ലീഷൻ റീജിയൻ? നമുക്കറിയാം നമ്മുടെ P സൈഡിൽ ഒരു നെഗറ്റീവ് അയോണിൻ്റെ ഒരു ലെയറും അതേപോലെ തന്നെ N സൈഡിൽ പോസിറ്റീവ് അയോണിൻ്റെ ലെയറും ഫോം ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ് ചെയ്യുന്നത്?
Depletion region or depletion layer is region in PN junction diode where no mobile charge carriers are present. Depletion layer act as barrier like a barrier എന്ന് വെച്ചാൽ എന്താണ് ഒരു തടസ്സമായിട്ട് ആക്ട് ചെയ്യുന്നു. That prevent the motion of എന്താണ് majority charge carriers. ഓക്കെ മക്കളെ അടുത്ത നോക്കാം 2020 CBSE മറ്റൊരു ക്വസ്റ്റ്യൻ. ആൻസർ ദ ഫോളോവിങ് ഗിവിംഗ് റീസൺ. മക്കളെ അടുത്തത് എന്താണ്? എ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഈസ് ഡാമേജ്ഡ് ബൈ സ്ട്രോങ് കറണ്ട്. ഓക്കെ എന്താണ് ഇതിന് കാരണം? എന്താണ്? പി എൻ ജംഗ്ഷൻ ഡയോഡ് ഈസ് ഡാമേജ്ഡ് ബൈ എ സ്ട്രോങ് കറണ്ട്. രണ്ടാമത്തത് ഇമ്പ്യൂരിറ്റി ആർ ആഡഡ് ഇൻ ഇൻറ്റൻസീവ് സെമി കണ്ടക്ടർ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? റീസൺ പറഞ്ഞു നമുക്ക് നോക്കാം. ഒരു സ്ട്രോങ് കറണ്ടാണ് ഇതിലൂടെ ഒഴുകുന്നതെങ്കിൽ, ഒരു സെമി കണ്ടക്ടറിനകത്തൂടെ സ്ട്രോങ് കറണ്ട് ഒഴുകുകയാണെങ്കിൽ അവിടെ ഹീറ്റ് ഉണ്ടാവുകയും ആ ഹീറ്റ് എന്താണ് അവിടെയുള്ള ചാർജ് കാരിയേഴ്സിനെ ബോണ്ടിൽ നിന്ന് ബ്രേക്ക് ചെയ്യുകയും പെട്ടെന്ന് തന്നെ കറണ്ട് എന്ത് ചെയ്യുന്നു സഡനായിട്ട് ഇൻക്രീസ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ ഡയോഡ് അടിച്ചു പോവുകയും ചെയ്യുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇമ്പ്യൂരിറ്റീസ് ആർ ആഡഡ് ഇൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനകത്തോട് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറായിട്ട് മാറുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ചെയ്യുന്ന പ്രോസസ്സാണ് ഡോപ്പിങ്. അതിലൂടെ നമുക്ക് ചാർജ് കാരിയേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ സാധിക്കുന്നു, കണ്ടക്ടിവിറ്റിയും കൂട്ടാനായിട്ട് സാധിക്കുന്നു. അതാണ് എഴുതിയിരിക്കുന്നത്. യെസ്, some impurities added to intrinsic semiconductor, it will increase the concentration or density of charge carriers and which intends to increase the conductivity. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Explain briefly with the help of a diagram VA characteristics of PN junction diode, forward bias, reverse bias. Forward biasലും റിവേഴ്സ് ബയാസിലും എന്താണ് VA characteristics ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം. ആദ്യം നമുക്ക് നോക്കാം ഫോർവേഡ് ബയാസ്. ഫോർവേഡ് ബയാസ് ഒരു സർക്യൂട്ട് ഡയോഡിനെ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബാറ്ററിയുടെ പോസിറ്റീവ് ഡയോഡിൻ്റെ പി ആയിട്ടും ബാറ്ററിയുടെ നെഗറ്റീവ് ഡയോഡിൻ്റെ എന്നുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. വോൾട്ടേജ് നിങ്ങൾ കൂട്ടുന്നു. വോൾട്ടേജ് കൂട്ടി ഒരു 0.6 വോൾട്ട് എത്തുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു? കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ആ 0.6 വരെ ഡയോഡ് കറണ്ട് 0 ആയത്? നമുക്കറിയാം അവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്, ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. നമുക്കറിയാം സിലിക്കൺ ആണെങ്കിൽ ബാരിയർ വോൾട്ടേജ് 0.7 വോൾട്ട് ആണ്. ജെർമേനിയം ആണെങ്കിൽ 0.3 വോൾട്ട് ആണ്. സിലിക്കൺ ആണെങ്കിൽ അത് 0.7 വോൾട്ട് ആയിരിക്കും. അപ്പോൾ 0.7 വോൾട്ടിനേക്കാൾ അല്ലെങ്കിൽ 0.6 വോൾട്ട് കഴിഞ്ഞ് 0.7ലോട്ട് അടുക്കുമ്പോൾ മാത്രമേ കറണ്ട് എന്ത് ചെയ്യുന്നുള്ളൂ? ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് അവിടെ ഡിപ്ലീഷൻ റീജിയൻ ഉള്ളത് കൊണ്ടാണ്. ഇതാണ് ഫോർവേഡ് ബയാസിങ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് റിവേഴ്സ് ബയാസിങ് ആണ്. റിവേഴ്സ് ബയാസ് ഈ വോൾട്ടേജിന് വിളിക്കുന്ന പേരാണ് നീ വോൾട്ടേജ് അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ് എന്നാണ് വിളിക്കുന്നത്. നീ വോൾട്ടേജ് അല്ലെങ്കിൽ എന്താണ് മക്കളെ? കട്ട് ഇൻ വോൾട്ടേജ്. മറ്റൊരു പേരുണ്ട് ത്രഷോൾഡ് വോൾട്ടേജ്. അത് ജെർമേനിയം ആണെങ്കിൽ 0.2, സിലിക്കൺ ആണെങ്കിൽ 0.7 വോൾട്ട് ആയിരിക്കും. അടുത്തത് റിവേഴ്സ് ബയാസ് ആണ്. റിവേഴ്സ് ബയാസിൽ ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇവിടെ കറണ്ട് ഇനിഷ്യലി ഒന്നും കാണത്തില്ല. പെട്ടെന്ന് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ കറണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യും മക്കളെ? ഇൻക്രീസ് ചെയ്യും. ആ വോൾട്ടേജിന് വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമ്മളതിനെ വിളിക്കുന്നത്. യെസ്, അടുത്തത് ഒരു ക്വസ്റ്റ്യൻ 2020 CBSE ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് മക്കളെ? കണ്ടുപിടിക്കേണ്ടത് ഏത് ബയാസിങ് ആണ്, അതേപോലെ കറണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. നോക്കടാ, 0.5 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. 0.5 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സിലിക്കൺ ആണെങ്കിൽ 0.7 വോൾട്ട്, ജെർമേനിയം ആണെങ്കിൽ 0.3 വോൾട്ടാണ്. ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നുണ്ട് ഇതെന്താണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്? പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ത്രഷോൾഡ് വോൾട്ടേജ് 0.7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഉറപ്പാണ് ഇവൻ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ കറണ്ട് 0 ആയിരിക്കും. ഫോർവേഡ് ബയാസ് പക്ഷേ കറണ്ട് 0 ആണ്. ഫോർവേഡ് ബയാസ് ആണ് പക്ഷേ കറണ്ട് എന്താണ്? 0 ആണ്. റെഡിയല്ലേ മക്കളെ? ഫോർവേഡ് ബയാസ് ആണ് പക്ഷേ കറണ്ട് 0 ആണ്. റെഡി മനസ്സിലായോടാ? എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 0.2 മില്ലി ആംപിയർ കറണ്ട് ഇങ്ങനെ വരികയാണ് സർക്യൂട്ടിലൂടെ. ഇത് ഫോർവേഡ് ബയാസിലാണ്. നമുക്കറിയാം ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും മക്കളെ? 0.7 വോൾട്ട് ആയിരിക്കും. 0.7 വോൾട്ട് ആയിരിക്കും. ഉറപ്പാണ് 0.7 വോൾട്ട് ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയിലെയും ബിയിലെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഓൾറെഡി നമുക്ക് ഇവിടുത്തെ അറിയാം 0.7 വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എങ്കിൽ നമുക്ക് നോക്കാം ഇവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? നമുക്കറിയാം ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ട് എത്ര? 0.2 മില്ലി ആംപിയർ ആണ്. അപ്പോൾ 10⁻³ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഇൻറ്റു എന്താണ് മക്കളെ? റെസിസ്റ്റൻസ്. ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? റെസിസ്റ്റൻസ് 5 കിലോ ഓം ആണ്. ദാറ്റ് ഈസ് 5 × 10⁻³. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ 0.5
0.1 0.1 അല്ലേ 5 ഇൻറ്റു 0.2 5 ഇൻറ്റു 0.2 എന്ന് വെച്ചാൽ 1 അല്ലേ 1 വോൾട്ട് അല്ലടാ വരുന്നത് 1 വോൾട്ട് അല്ലടാ മക്കളെ വരുന്നത് 1 വോൾട്ട് അല്ലടാ വരുന്നത് 1 വോൾട്ട് ഇവിടെ എത്രയാണ് വരുന്നത് ഇവിടെ അതുപോലെ തന്നെ അതേ കറണ്ട് തന്നെയാണ് ഇവിടെ വരുന്നത് കാരണം നമുക്കറിയാം ഫോർവേഡ് ബയാസിൽ നമ്മൾ ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് 0 ആയിട്ടാണ് അപ്രോക്സിമേറ്റ് 0 ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതേ കറണ്ട് തന്നെ ഇതിലൂടെ ഫ്ലോ ചെയ്യും അല്ലെങ്കിൽ നമുക്കറിയാം സീരീസ് കണക്ഷനാണ് കറണ്ട് സെയിം ആയിരിക്കും അല്ലേ കറണ്ട് എന്തായിരിക്കും സെയിം ആയിരിക്കും അപ്പോൾ നമുക്ക് പറയാം ഇവിടെയും അതേ വോൾട്ടേജ് തന്നെയാണ് 1 വോൾട്ട് പ്ലസ് 1 വോൾട്ട് 2 വോൾട്ട് പ്ലസ് 0.7 2.7 വോൾട്ട് 2.7 വോൾട്ട് ഇവിടെ ആൻസർ ഇല്ല 2.7 വോൾട്ട് ഇല്ല ഓ മൈ ഗോഡ് 0.7 വോൾട്ട് അല്ലടാ മക്കളെ എവിടെയെങ്കിലും തെറ്റിയോ 0.2 ആണ് യെസ് 1 വോൾട്ട് പ്ലസ് 1 വോൾട്ട് 2 വോൾട്ട് അല്ലേടാ 2.3 വന്നിരിക്കുന്നത് ഓ മൈ ഗോഡ് 0.7 അല്ല കേട്ടോ ബാരിയർ വോൾട്ടേജ് തന്നിരിക്കുന്നത് 0.7 അല്ല 0.3 വോൾട്ടാണ് 0.3 വോൾട്ടാണ് ബാരിയർ വോൾട്ടേജ് അപ്പോൾ എത്ര കിട്ടും 1 പ്ലസ് 0.3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.3 വോൾട്ട് ഓപ്ഷൻ ബി 0.7 അല്ല 0.7 അല്ല ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് 0.3 വോൾട്ടാണ് 0.7 അല്ല 0.3 വോൾട്ടാണ് ഓക്കെ എങ്കിൽ നമുക്ക് അടുത്തിലോട്ട് പോകാം ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്കാണ് എന്ത് മക്കളെ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത് ഫുൾ വേവ് റെക്ടിഫയറും ഹാഫ് വേവ് റെക്ടിഫയർ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് നാളെ ചോദിക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഫുൾ വേവ് അല്ലെങ്കിൽ ഹാഫ് വേവ് റെക്ടിഫയർ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും റെഡി നമുക്ക് നോക്കാം യെസ് ആദ്യം നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയർ നോക്കാം പെട്ടെന്ന് പറഞ്ഞു തരുവാണ് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു തരുവാണ് ഹാഫ് വേവ് റെക്ടിഫയറിനകത്ത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കും ഇവിടെ നമ്മളൊരു ഡയോഡിനെ കണക്ട് ചെയ്യുന്നു ഇവിടെ നടക്കുന്ന പ്രോസസ്സ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് കണ്ടക്ട് ചെയ്യും കാരണം നമുക്കറിയാം ഡയോഡിൻ്റെ പിയിൽ പോസിറ്റീവ് കണക്ട് ചെയ്താൽ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു റിവേഴ്സ് ബയാസിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല സാർ നമുക്ക് നെഗറ്റീവ് സൈക്കിൾ കൊടുത്താൽ ഡയോഡ് കണ്ടക്ട് ചെയ്തില്ല ഇവിടെ നെഗറ്റീവ് വന്നാൽ ഡയോഡ് റിവേഴ്സ് ബയാസിലാണ് കണ്ടക്ട് ചെയ്യില്ല അപ്പോൾ പോസിറ്റീവിനെ മാത്രം കടത്തിവിടും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും അപ്പോൾ ഇത് എഴുതി വെക്കേണ്ട എന്താണ് വിശദമായി കൊടുത്തിട്ടുണ്ട് ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് ഈസ് ഇൻ ഫോർവേഡ് ബയാസ് കണ്ടീഷൻ അതേപോലെ തന്നെ ഡ്യൂറിങ് ദ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ എന്താണ് ഡ്യൂറിങ് ദ നെഗറ്റീവ് സൈക്കിൾ ഡയോഡ് ഈസ് ഇൻ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ ഡയോഡ് എന്ത് ചെയ്യത്തില്ല ഡസ് നോട്ട് കണ്ടക്ട് അങ്ങനെ നമുക്ക് ഒരു സൈക്കിൾ പോസിറ്റീവിനെ മാത്രമായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത് പോസിറ്റീവ് മാത്രം നമുക്ക് എന്ത് കിട്ടുന്നു മക്കളെ ഔട്ട്പുട്ടിൽ കിട്ടുന്നു ഇതാണ് വോൾട്ടേജ് വേവ് ഫോം ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ ഇതിൻ്റെ എഫിഷ്യൻസി ഏകദേശം 40.6% ആയിരിക്കും ഇനി ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ പേരാണ് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ സെൻറ്ററിൽ നിന്നും ഒരു കണക്ഷൻ എക്സ്ട്രാ എടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ രണ്ടിടത്തും 2 ഡയോഡിനെ കണക്ട് ചെയ്യുന്നു മറ്റേടത്ത് ഒരു ഡയോഡാണ് ഇവിടെ 2 ഡയോഡാണ് ഒരിക്കലും ഡയോഡിനെ നമ്മൾ തിരിച്ച് കണക്ട് ചെയ്യരുത് തിരിച്ച് കണക്ട് ചെയ്താൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും ഇനി ഡയോഡിനെ നിങ്ങൾ തിരിച്ചാണ് കണക്ട് ചെയ്യുന്നത് 2 ഡയോഡും നിങ്ങൾ ഒരേപോലെ തിരിച്ച് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് വേവ് ഫോം ഇങ്ങനെയായിരിക്കും തലതിരിഞ്ഞു വരും അപ്പോൾ എന്താണ് ഡ്യൂറിങ് ദ പോസിറ്റീവ് സൈക്കിൾ D1 കണ്ടക്ട് ചെയ്യും കാരണം D1ൽ പോസിറ്റീവ് വന്നു D1 എന്ത് ചെയ്യും കണ്ടക്ട് ചെയ്യും കറണ്ട് പോകും D1 കറണ്ട് പോകും യെസ് ഇതിങ്ങനെ കടന്നു വരും ഇവിടെ നമുക്ക് നെഗറ്റീവ് ആണേ ഡ്യൂറിങ് ദ നെഗറ്റീവ് സൈക്കിൾ D1 നെഗറ്റീവ് ആയിരിക്കും എയിൽ നെഗറ്റീവ് ആയിരിക്കും ബിയിൽ എന്തായിരിക്കും മക്കളെ പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ ബി കണ്ടക്ട് ചെയ്യും D2 കണ്ടക്ട് ചെയ്യും D1 എന്തായിരിക്കും ഓഫിലായിരിക്കും അപ്പോൾ നെഗറ്റീവ് സൈക്കിൾ എന്താ സംഭവിക്കുന്നത് D2 കണ്ടക്ട് ചെയ്യും പോസിറ്റീവ് സൈക്കിൾ D1 എന്ത് ചെയ്യുന്നു കണ്ടക്ട് ചെയ്യുന്നു അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടുന്നു പോസിറ്റീവ് കിട്ടുന്നു ഇതിൻ്റെ വേവ് ഫോം കൂടെ പഠിച്ചു വെച്ചോളാം അപ്പോൾ എയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഫോമാണിത് എയിൽ പോസിറ്റീവ് ആണെങ്കിൽ ബി നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ആരെ കടത്തിവിടും എയിനെ കടത്തിവിടും ഇനി സെക്കൻഡ് സൈക്കിളിൽ എന്താ സംഭവിക്കുന്നത് ബി പോസിറ്റീവ് ആണ് എ നെഗറ്റീവ് ആണ് അപ്പോൾ ബീനെ എന്ത് ചെയ്യുന്നു കടത്തിവിടുന്നു ഇതാണ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത് ഇതിൻ്റെ എഫിഷ്യൻസിയും പഠിച്ചിട്ട് പോവാം 81.2% ആണ് ഒരു ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 8.2 ആണ് പിന്നെ ഇതിനകത്ത് ഒരു സാധനവും കൂടെ ഉണ്ട് അത് മറ്റൊന്നുമല്ല കപ്പാസിറ്റർ ഫിൽട്ടർ സർക്യൂട്ട് വരുന്നത് മറ്റൊന്നുമല്ല മക്കളെ നമ്മുടെ ഇതിനകത്ത് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ ഇങ്ങനെ ഔട്ട്പുട്ട് വരുന്നത് ഇതിനകത്ത് ഇപ്പോഴും AC റിപ്പിൾസ് ഉണ്ട് ഇങ്ങനെയല്ലേ വരുന്നത് ഈ AC റിപ്പിൾസിനെ കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും മക്കളെ ഒരു കപ്പാസിറ്ററിനെ പാരലായിട്ട് കണക്ട് ചെയ്യും കപ്പാസിറ്ററിനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇതിങ്ങനെ വോൾട്ടേജ് കൂടി വരുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ആവും ഈ വോൾട്ടേജ് കുറയുന്ന സമയത്ത് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു എഗെയിൻ വോൾട്ടേജ് കൂടി വരുമ്പോൾ എഗെയിൻ കപ്പാസിറ്റർ ചാർജ് ആവുന്നു എഗെയിൻ വോൾട്ടേജ് കുറഞ്ഞു വരുമ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു അതായത് വോൾട്ടേജ് കൂടി വരുമ്പോൾ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആവും വോൾട്ടേജ് കുറയുമ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു ആ വോൾട്ടേജിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്യിക്കുന്നു പിന്നെയും വോൾട്ടേജ് കൂടി വന്ന് കപ്പാസിറ്റർ ചാർജ് ആവുന്നു
ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഈ എ സി റിപ്പിൾസിനെ കുറച്ച് ഒരു ഡി സി കറണ്ട് പോലെ അല്ലെങ്കിൽ ഒരു ബാറ്ററി കറണ്ട് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. നല്ലൊരു കപ്പാസിറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നമുക്കറിയാം എ സി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. ഈ 50 ഹെർട്സ് വെച്ച് നോക്കുമ്പോൾ ഇത് നിങ്ങളുടെ കണ്ണിൽ പോലും കാണത്തില്ല. ഈ ഒരു റിപ്പിൾ ഇത് നിങ്ങൾക്ക് ആൾമോസ്റ്റ് എന്തായിട്ട് തോന്നും, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ ആയിരിക്കും തോന്നുന്നത്. റെഡിയല്ലേ മക്കളെ? യെസ്, അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫിൽട്ടർ സർക്യൂട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചിട്ട് പോകേണ്ടതാണ്. ഇനി ഒരു 1-2 ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. 2-3 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. നമുക്ക് ഇതൊരു NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇതൊന്നും നോക്കിയേക്കുക. ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഡയോഡിൻ്റെ പ്രത്യേകത, ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് ഡൈനാമിക് റെസിസ്റ്റൻസ് ആണ്. ഈ ഡൈനാമിക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ΔV/ΔI ആണ്. ഇവിടെ നിങ്ങൾ നോക്കുക, എന്നോട് ചോദിച്ചിരിക്കുന്നത് 15 മില്ലി ആംപിയറിലാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജ് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി ഇതിന് തൊട്ട് മുമ്പുള്ള 2 പോയിന്റ് എടുക്കും. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് 20ഉം 10ഉം. എന്നിട്ട് ഞാൻ ചേഞ്ച് ഇൻ കറണ്ട് കണ്ടുപിടിക്കും. ചേഞ്ച് ഇൻ കറണ്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും മക്കളെ, 20 - 10 ആണ്. ദാറ്റ് ഈസ് 10 മില്ലി ആംപിയർ ആണ്. 10 മില്ലി ആംപിയർ എന്ന് വെച്ചാൽ 10 × 10⁻³ എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജിന് ചേഞ്ച് കണ്ടുപിടിക്കുന്നു. 0.8 - 0.7 ആണ്. ചേഞ്ച് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.1 ആണ്. 0.1. യെസ്, നമുക്ക് അടുത്തിലോട്ട് പോവാം. എങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും മക്കളെ, ദ ഡൈനാമിക് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 0.1 ഡിവൈഡഡ് ബൈ 10 × 10⁻³ ആണ്. 10 × 10⁻³ എന്താണ് മക്കളെ, R ഈസ് ഈക്വൽ ടു V/I ആണ്. I എത്രയാണ് വന്നിരിക്കുന്നത്, 10 × 10⁻³ വോൾട്ടേജ് 0.1. അപ്പോൾ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം, 10⁻⁻1ഉം 10⁻³ കട്ട് 10⁻² എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ 10ഉം ഇതും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് 10 ഓം എന്ന് കിട്ടി റെസിസ്റ്റൻസ്. 10 ഓം ആണ് ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എത്രയാണ് മക്കളെ, 10 ഓം ആണ്. 10 ഓം. ഓക്കെ, യെസ്. നമുക്ക് അടുത്തതിലോട്ട് പോകാം. നല്ല കുട്ടികൾ, ഉഷാർ കുട്ടികൾ. അടുത്ത ക്വസ്റ്റ്യൻ. എടാ മക്കളെ, ഇതെപ്പോഴും ചോദിക്കാൻ ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർവേഡ് ബയാസിങ്, റിവേഴ്സ് ബയാസിങ്. കാര്യം നിങ്ങൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ഒരു ഡയോഡ് ഫോർവേഡ് ബയാസ് ആകണമെന്നുണ്ടെങ്കിൽ ഡയോഡിൻ്റെ പിയിൽ ഹയർ പൊട്ടൻഷ്യലും ഡയോഡിൻ്റെ എന്നിൽ ലോവർ പൊട്ടൻഷ്യലും വരുമ്പോഴാണ് അതെന്താകുന്നത്, ഫോർവേഡ് ബയാസ് ആകുന്നത്. ഫോർവേഡ് ബയാസ്. ഒരു ഡയോഡിൻ്റെ പിയിൽ ലോവർ പൊട്ടൻഷ്യലും ഡയോഡിൻ്റെ എന്നിൽ ഹയർ പൊട്ടൻഷ്യലും വന്നാൽ അത് റിവേഴ്സ് ബയാസ് ആണ്. ഇനി അത് നോക്കിയാൽ മതി നിങ്ങൾ. ഫസ്റ്റ് കേസ്, ഡയോഡിൻ്റെ പിയിൽ 0 വോൾട്ട്. ഡയോഡിൻ്റെ പിയിൽ 0 വോൾട്ട്. ഡയോഡിൻ്റെ എന്നിൽ 5 വോൾട്ട് അല്ലേ, 5 വോൾട്ട്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ എന്തായിരിക്കും, ഡയോഡിൻ്റെ പിയിൽ ലോവർ പൊട്ടൻഷ്യൽ, ഡയോഡിൻ്റെ എന്നിൽ ഹയർ പൊട്ടൻഷ്യൽ. ഉറപ്പാണ് ഇത് റിവേഴ്സ് ബയാസ് ആണ്. അടുത്തത് നിങ്ങൾ നോക്കിയേ, ഡയോഡിൻ്റെ എന്നിൽ +5, ഡയോഡിൻ്റെ പിയിൽ +10. നോക്കിയേ, ഡയോഡിൻ്റെ പിയിൽ ഹയർ പൊട്ടൻഷ്യലാണ്, ഡയോഡിൻ്റെ എന്നിൽ ലോവർ പൊട്ടൻഷ്യലാണ്. ഉറപ്പാണ് ഇത് ഫോർവേഡ് ബയാസ് ആയിരിക്കും. ഫോർവേഡ് ബയാസ്. -10 ആണോ, +10 അല്ലേടാ? ഇനി അടുത്തത് ഇത്. ഇതിൻ്റെ ആയിരിക്കും പറഞ്ഞല്ലേ. ഇതെന്താണ് മക്കളെ, ഇത് നിങ്ങൾ നോക്കിയേ. ഡയോഡിൻ്റെ പിയിൽ -10 വോൾട്ട്, ഡയോഡിൻ്റെ എന്നിൽ 0 വോൾട്ട്. -10 ആണോ 0 ആണോ വലുത്? നമുക്കറിയാം 0 ആണ് വലുത്. -10നേക്കാൾ 0 ആണ് വലുത്. അപ്പോൾ എന്നിൽ ഹയർ പൊട്ടൻഷ്യൽ, പിയിൽ ലോവർ പൊട്ടൻഷ്യൽ. എങ്കിൽ ഉറപ്പാണ് ഇത് എന്ത് ബയാസ് ആയിരിക്കും, ദിസ് ഈസ് അണ്ടർ റിവേഴ്സ് ബയാസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരൊറ്റ ക്വസ്റ്റ്യനോട് കൂടി നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ശബരി സാറാണോ? അടുത്ത് എയർ ഡ്രോപ്പ് ആക്കിയിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. ചാപ്റ്റർ ട്യൂബൽ നേച്ചർ സ്ലൈഡ് ഇല്ലാതെ എടുക്കാൻ സാർ വന്നിരിക്കുന്നു. അതാണ് സാറിൻ്റേത്. സാറിനറിയാം എന്തൊക്കെ ചോദിക്കും. യെസ്, ഓക്കെ, റെഡി മക്കളെ. അടുത്തിലോട്ട് പോകാം. ദ സർക്യൂട്ട് യൂസ്ഡ് ടു ചേഞ്ച് ദ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ടു ഡയറക്റ്റ് വോൾട്ടേജ് കാൾഡ് റെക്ടിഫയർ വിത്ത് നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഫുൾ വേ റെക്ടിഫയർ ഹാവിംഗ് 2 ഡയോഡ്സ്. നമ്മൾ എഴുതും. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഓഫ് ഫുൾ വേ റെക്ടിഫയർ ഇഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് 50 ഹെർട്സ്. മക്കളെ ഇതൊന്ന് ഓർത്ത് വെച്ചോ, നന്നായിരിക്കും. ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻപുട്ട് ഫ്രീക്വൻസി ഈക്വൽ ആയിരിക്കും. ഒരു ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് മക്കളെ ഇൻപുട്ട് ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ഹാഫ് വേവ് ആണെങ്കിൽ ഇൻപുട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് ആയിരിക്കും.
ഫുൾ വേവ് ആണെങ്കിൽ ഇൻപുട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി 100 ഹെർട്സ് ആയിരിക്കും. ആൻസർ എന്താണ് മക്കളെ? ആൻസർ എന്താണ്? ഔട്ട്പുട്ട് ഫ്രീക്വൻസി ബിക്കം 100 ഹെർട്സ്. ഡ്രോ ദ ഔട്ട്പുട്ട് വേവ് ഫോം അക്രോസ് ദി ലോഡ് റെസിസ്റ്റർ കണക്റ്റഡ് ഇൻ എ ഫുൾ വേവ് റെക്ടിഫയർ. നമുക്കറിയാം അതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം വരച്ചാൽ മതി, ഇങ്ങനെ പോകും. റെഡി? അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുന്നു. എന്താണ്? നമ്മളുടെ നീറ്റിൻ്റെയും അതേപോലെ തന്നെ കീമിൻ്റെയും ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ ഒരു അക്കാഡമിക് ഇയറിൽ മാത്രമായി സൈലത്തിൽ നിന്നും 1238 കുട്ടികൾക്കാണ് MBBS കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർക്ക് നമ്മൾ അവാർഡ് കൊടുത്ത ഒരു വേദിയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം ഒരു പക്ഷേ നിങ്ങളായിരിക്കാം ഈ വേദിയിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ JE കേരള ടോപ്പേഴ്സ് ഓർക്കുക, നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിങ്ങളുടെ ജില്ലയിൽ തന്നെ വരുന്നുണ്ട്. 14 ജില്ലകൾ നമ്മുടെ നീറ്റിൻ്റെയും അതേപോലെ തന്നെ കീമിൻ്റെയും ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക? അഡ്മിഷൻ എടുക്കുക. അഡ്മിഷന് വേണ്ടി താഴെ നമ്പർ പോകുന്നുണ്ട്. ആ നമ്പറിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാകും. ദെൻ നീറ്റിൻ്റെ ഓൺലൈൻ കോഴ്സാണ്. നിങ്ങൾക്ക് ഇനി വീട്ടിൽ നിന്ന് തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കോഴ്സ് ഉണ്ട്. അതിന് നമുക്ക് 4500 രൂപയാണ്. അതേപോലെ തന്നെ കീമിൻ്റെ എന്തുണ്ട്? ഓഫ്ലൈൻ ക്ലാസ്സിനും അതിനും 5000 രൂപയാണ്. ദെൻ നമ്മളുടെ ക്യുവറ്റിന് 1500 രൂപയാണ്. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പിക്കുക. അപ്പം മക്കളെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. അടുത്ത ചാപ്റ്റർ ഏതാണ്? ഡ്യുവൽ നേച്ചറിലോട്ട് പോകാം. ശബരി സാറിനെ നമ്മൾ വിളിക്കുന്നു. യെസ്, ചാപ്റ്ററിന് സ്ലൈഡ് പോലും വേണ്ടാത്ത മനുഷ്യൻ. യെസ്, അതാണ് ശബരി സാർ. തുടങ്ങല്ലേടാ? റെഡിയല്ലേ? അതിങ്ങനെ അതെഴുതാ. ജസീൽ സാറിന് പറഞ്ഞ പ്രകാരം നമ്മൾ ചാപ്റ്ററിൻ്റെ പേരെഴുതാൻ തീരുമാനിച്ചിരിക്കണം മക്കളെ. തുടങ്ങല്ലേ? റെഡിയല്ലേ മക്കളെ നിങ്ങൾ? യെസ്, റെഡിയാണെന്ന് വിചാരിക്കുന്നു. വി വിൽ സ്റ്റാർട്ട് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. തുടങ്ങാം അല്ലേ? ചാപ്റ്ററിൻ്റെ പേര് ടൈപ്പ് ചെയ്യണോ അതുകൊണ്ട് എഴുതണോ? Dual nature of radiation and matter. അപ്പോൾ നമ്മൾ എക്സാമിനോട് വളരെ അടുത്ത് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. NDA ഒന്നും ഇല്ലടാ, തൽക്കാലം ഇല്ല കേട്ടോ, ഈ വർഷം NDA ഒന്നുമില്ല. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ മക്കളെ, ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. സോ നിങ്ങൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തായിരുന്നു? ഡ്യുവൽ നേച്ചർ ആണ്. ഡ്യുവൽ നേച്ചർ, 2 നേച്ചർ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? റേഡിയേഷനും 2 നേച്ചർ ഉണ്ട്, മാറ്ററിനും 2 നേച്ചർ ഉണ്ട്. നമ്മൾ പഠിച്ചു ലൈറ്റ് റേഡിയേഷനാണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. സോ അതിന് എന്ത് നേച്ചറും കൂടി ഉണ്ട്? മാറ്റർ എന്ന് പറയുക നേച്ചറും കൂടി ഉണ്ട്. മാറ്ററിന് റേഡിയേഷൻ നേച്ചറും കൂടി ഉണ്ട്. സോ 2 പേർക്കും 2 നേച്ചർ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. സോ അതിലെ ഫസ്റ്റ് ടോപ്പിക് ഇലക്ട്രോൺ എമിഷൻ ആണ്. ഇലക്ട്രോണിക് എമിഷൻ. എന്താ ഇലക്ട്രോണിക് എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം വളരെ സിമ്പിളാണ്. നമുക്കൊരു സർഫസ് നിന്ന് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യണം. നമ്മൾ ഈസി ആയിട്ട് എക്സസ് ഇലക്ട്രോൺസുള്ള ഒരു മെറ്റൽ സർഫസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അവിടുന്ന് ഇലക്ട്രോൺസിനെ പുറത്തെടുക്കാൻ വേണ്ടി നമുക്ക് 3 മെത്തേഡുകളുള്ളത്. ആദ്യത്തെ മെത്തേഡിൻ്റെ പേരാണ് തെർമയോണിക് എമിഷൻ. തെർമയോണിക് എമിഷൻ എന്താ? തെർമയോണിക് എമിഷൻ എന്ന് പറഞ്ഞാൽ ചൂടാക്കിയിട്ട് എമിറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രശ്നത്തിൻ്റെ പേരാണ് ഫീൽഡ് എമിഷൻ. മൂന്നാമത്തെ എമിഷനാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഇങ്ങനെ 3 എമിഷൻസ് ആണ് നമുക്ക് ഇലക്ട്രോണിനെ പുറത്തെടുക്കാനുള്ള പ്രോസസ്സായിട്ട് നമുക്കുള്ളത്. തെർമയോണിക് എമിഷൻ, ഫീൽഡ് എമിഷൻ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. എന്താ ഫീൽഡ് എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും. ഇലക്ട്രോൺ ഓൾറെഡി എന്തുണ്ടാ? നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എമിഷനാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കൃത്യമായി പഠിക്കേണ്ട ആവശ്യമുള്ള കാരണം. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെൻ ലൈറ്റ് ഓഫ്. ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യമാണിത്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷനാണ്. അവിടെ നമ്മൾ പറയേണ്ട കാര്യം എന്താ? ലൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി falls on a
falls on a metal surface, എന്ത് സംഭവിക്കടാ? മെറ്റൽ സർഫസ് ഫാൾ ചെയ്താൽ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. സോ അങ്ങനെ എമിറ്റ് ചെയ്യണമെങ്കിൽ എന്തെല്ലാമായിരിക്കും നമ്മുടെ കണ്ടീഷൻസ്? ആ കാര്യങ്ങളാണ് നോക്കി വെക്കേണ്ടത്. സോ ഫോട്ടോ ഇലക്ട്രിക് എമിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ആദ്യത്തെ ടേമാണ് വർക്ക് ഫംഗ്ഷൻ. എന്താണ് വർക്ക് ഫംഗ്ഷൻ? വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എനർജിയാണ്. ഓർത്ത് വെക്കണം, എനർജിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള എനർജി? നമുക്കറിയാം നമ്മളെ മെറ്റൽ സർഫസ് ഇതാണ്, ഇതിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് വെറുതെ പുറത്തിറങ്ങില്ല, അതിന് ഇനഫ് എനർജി കിട്ടിയാൽ മാത്രമേ അവർ പുറത്തിറങ്ങുള്ളൂ. സോ അങ്ങനെ കിട്ടേണ്ട മിനിമം എമൗണ്ട് ഓഫ് എനർജി, അതിനെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. സോ എന്താ വർക്ക് ഫംഗ്ഷൻ? ദ മിനിമം എനർജി to take an electron out of the metal surface. അതിനെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ, അല്ലേ? മിനിമം എനർജി വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്ന കാര്യം, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നമുക്ക് എവിഡൻസ് തന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് ലൈറ്റിൻ്റെ റേഡിയേഷൻ്റെ പാർട്ടിക്കിൾ നേച്ചറിന് വേണ്ടിയിട്ടായിരുന്നു. സോ അത് കാണിക്കുന്നത് ഈ കാര്യം കൂടി നമ്മൾ പറയണം. വർക്ക് ഫംഗ്ഷൻ പറയുന്ന സമയത്ത് എനർജിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നൊരു ഇക്വേഷൻ ഉണ്ട്, അല്ലേ? എനർജി ഈസ് ഈക്വൽ ടു എച്ച് എന്നൊരു ഇക്വേഷൻ നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഫംഗ്ഷനെ നമ്മൾ ഫൈ നോട്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി, അതിനെ വിളിക്കുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ന്യൂ ആണ്. സോ ത്രഷോൾഡ് ഫ്രീക്വൻസി ന്യൂ നോട്ട് കാണിക്കും. അങ്ങനെയാണെങ്കിൽ വർക്ക് ഫംഗ്ഷൻ ഫൈ നോട്ട് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ നോട്ട്. ഫസ്റ്റ് ഇക്വേഷൻ പഠിച്ചു വെക്കേണ്ട ആദ്യത്തെ ഇക്വേഷൻ നമ്മളെ തെർമോഡൈനാമിക്സ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പഠിക്കേണ്ട ആദ്യത്തെ ഇക്വേഷനാണ്. യെസ്, സോ വർക്ക് ഫംഗ്ഷൻ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേടാ? അടുത്ത് നമ്മൾ പോകുന്നത് എന്തൊക്കെയാണ് ഒരു ലൈറ്റ് അതിൻ്റെ മുകളിൽ ഇൻസിഡൻറ്റ് ചെയ്താൽ അതിന് സംഭവിക്കുക, ആ കാര്യം നമ്മൾ പഠിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് ഒരു ഐൻസ്റ്റീൻ്റെ ഇക്വേഷനാണ്. ഇക്വേഷൻ്റെ പേരാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. എന്താണത്? സോ നമുക്ക് സംഭവിച്ചത് എന്താടാ? ഒരു റേഡിയേഷൻ വരുന്നുണ്ട്, ദാറ്റ് ഈസ് ഓഫ് ഫ്രീക്വൻസി ന്യൂ, അല്ലേ? അപ്പോൾ ന്യൂ ഫ്രീക്വൻസി ഉള്ളതിൻ്റെ എനർജിയെ നമുക്ക് വിളിക്കാൻ പറ്റും എച്ച് ന്യൂ. അപ്പോൾ എച്ച് ന്യൂ എനർജി ഉള്ള ഒരു റേഡിയേഷനാണ് നമ്മുടെ ഈ മെറ്റൽ സർഫസിൽ വന്ന് വീഴുന്നത്. ഓക്കെ അല്ലേടാ? ഇങ്ങനെ വന്നു വീണാൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. എ പാർട്ട് ഓഫ് എനർജി ഈസ് യൂസ്ഡ് ആസ് വർക്ക് ഫംഗ്ഷൻ, വിച്ച് മീൻസ് എ പാർട്ട് ഓഫ് എനർജി ഈസ് യൂസ്ഡ് ടു ഇജക്ട് ദ ഇലക്ട്രോൺ ഫ്രം ദി മെറ്റൽ സർഫസ്, ആൻഡ് ബാക്കി വരുന്ന എനർജി ഇതിന് ഉപയോഗിക്കും, കൈനറ്റിക് എനർജി ആയിട്ട് ഉപയോഗിക്കും. ആ പുറത്ത് വന്ന ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജി കൊടുക്കും. സോ എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു ഫൈ നോട്ട് പ്ലസ് കൈനറ്റിക് എനർജി. ഇതാണ് നമ്മുടെ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇൻസിഡൻറ്റ് എനർജി എന്തിനൊക്കെ യൂസ് ചെയ്യും? ഒന്ന് വർക്ക് ഫംഗ്ഷനായിട്ടും ബാക്കി ഭാഗം എന്തായിട്ടും കൈനറ്റിക് എനർജി ആയിട്ട് ഉപയോഗിക്കും. ക്ലിയർ അല്ലേടാ? ഈ കാര്യത്തിലെ യെസ്. സോ എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ സീറോ പ്ലസ് കൈനറ്റിക് എനർജി എന്ന് എഴുതാം. കൈനറ്റിക് എനർജി മാക്സ് നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, അതാണ് ഇ വി സീറോ. അപ്പോൾ എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ സീറോ പ്ലസ് കെ ഇ മാക്സിന് പകരം നമുക്ക് എന്ത് എഴുതാടാ? ഇ വി സീറോ എന്ന് എഴുതാം. ഓർത്ത് വെക്കണം, ഈ V0 നിർത്തിക്കുക. ആ V0 എന്താണെന്ന ടേം നമുക്കറിയാം. ഈ V0 എന്ന ടേം നമുക്കറിയാം. V0 എന്താണ്? V0 എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ്. സോ ഈ ഇക്വേഷൻ എല്ലാവർക്കും അറിയണം. കൃത്യമായിട്ട് അറിയണം. സെറ്റ് അല്ലേടാ? യെസ്, കൃത്യമായിട്ട് അറിയണം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഫക്റ്റ് എന്താ പറയുക, എമിഷൻ കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒബ്സർവ് ചെയ്ത സയൻറ്റിസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമുക്ക് വേണ്ടി കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഒബ്സർവേഷൻ നടത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേര് ഹാൾവാച്ച് ആൻഡ് ലെനാർഡ്. ഇവരാണ് ഇതിനു വേണ്ടി എക്സ്പെരിമെൻറ്റ് നടത്തിയത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ എക്സ്പെരിമെൻറ്റ് നടത്തിയത്. എന്തായിരുന്നു? എന്താടാ?
യെസ്, ഹാൾവാച്ചും ലെനാർഡുമാണ് എക്സ്പെരിമെൻറ്റ് നടത്തിയത്. അവർ നടത്തിയ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നോക്കാം. എക്സ്പെരിമെൻറ്റ് പറഞ്ഞ കാര്യം അതാ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ സെറ്റപ്പ് ഒന്ന് ഓർക്കണം. അതിനായിട്ട് അവർ ആദ്യം എടുത്ത ഒരു ഇവാക്യുവേറ്റഡ് ചേമ്പർ, അതാ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുക. ഒരു ഇവാക്യുവേറ്റഡ് ചേമ്പറാണിത്. ഇവാക്യുവേറ്റഡ് ചേമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ അകത്ത് എയർ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഈ ഇവാക്യുവേറ്റഡ് ചേമ്പറിൻ്റെ അകത്തുള്ള കാര്യം എന്ത് ചെയ്യുന്നുടാ, അതിൻ്റെ അകത്ത് ഇതാണുള്ളത്. ഇതാണ് നമ്മളെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്ന എമിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്യൂട്ടബിൾ മെറ്റൽ. ഓക്കെ, സോ സിങ്ക് ആണ്. സിങ്ക് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിങ്ക്. ഓക്കെ, സോ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്താൽ ആ ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. സോ ഓരോരുത്തരുടെയും പേര് നോക്കാം. ഇതാണ് എമിറ്റർ, എമിറ്റർ പ്ലേറ്റ്. അപ്പോൾ ഇതാരായിരിക്കും കളക്ടർ പ്ലേറ്റ്. എമിറ്റർ പ്ലേറ്റും കളക്ടർ പ്ലേറ്റുമായി അല്ലേ. സോ ഇതിൻ്റെ മുകളിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണടാ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം, ഇതിൻ്റെ മുകളിൽ ലൈറ്റ് വന്ന് വീഴണം അല്ലേ. അപ്പോൾ ലൈറ്റ് വന്ന് വീഴണമെങ്കിൽ നമ്മൾ ആ ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ചേമ്പറില്ലേ, അതിൻ്റെ മുകളിൽ നമ്മൾ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ലൈറ്റ് വീഴാൻ പാകത്തിനാക്കി വെക്കും. അതായത് നമ്മൾ ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി നമ്മളവിടെ ചെറിയൊരു വിൻഡോ ഫിക്സ് ചെയ്യും, ഒരു ചെറിയ വിൻഡോ ഫിക്സ് ചെയ്യും. അതിൻ്റെ പേരാണ് ക്വാർട്സ് വിൻഡോ. ഓക്കെ, ക്വാർട്സ് വിൻഡോ വെച്ചു. ആ ക്വാർട്സ് വിൻഡോ കൂടെയാണ് എന്ത് വരുന്നത്, നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് വന്നിട്ട് നമ്മളെ സിങ്ക് പ്ലേറ്റിൻ്റെ മുകളിൽ വന്ന് റേഡിയേഷൻസ് വന്നു വീഴും. കാര്യം മനസ്സിലായോടാ? യെസ്, ഡയഗ്രാം വരയ്ക്കണോ, ഇതൊന്ന് ചിത്രമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഡയഗ്രാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. സോ ഇനീഷ്യലി നോക്കടാ, ഇവിടുന്ന് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്തു. എപ്പോൾ? വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി. നമുക്ക് പറയാം ത്രഷോൾഡ് ഫ്രീക്വൻസിയാണ് ദ മിനിമം ഫ്രീക്വൻസി ടു എമിറ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. എന്ന് വിളിക്കുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ്. സോ ത്രഷോൾഡ് ഫ്രീക്വൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നുള്ളൂ. ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ത്രഷോൾഡ് ഫ്രീക്വൻസിക്കാൾ കുറവാണെങ്കിൽ ഒരിക്കലും നടക്കില്ല, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. സോ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ത്രഷോൾഡ് ഫ്രീക്വൻസിയെ കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺസ് ഇവിടുന്ന് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവിടുന്ന് എമിറ്റ് ചെയ്ത ഇലക്ട്രോൺ എന്ത് സംഭവിക്കടാ, ഇത് ഈ കളക്ടർ പ്ലേറ്റിലേക്ക് എത്തും. ഇവർ തമ്മിൽ എന്തുണ്ടാവും, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. സോ അതിനുവേണ്ടി നമ്മൾ സർക്യൂട്ട് സെറ്റ് ചെയ്യാണ്. ഇതായിരുന്നു ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് സെറ്റ് ചെയ്തത്. ഈ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. സോ എക്സ്റ്റേണൽ സർക്യൂട്ട് നമ്മൾ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കറണ്ടേ ഉണ്ടാവുള്ളൂ, ഒരു മില്ലി അമീറ്റർ വെച്ചു. ഓക്കെ, മില്ലി അമീറ്റർ വെച്ചു. അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് അളക്കണം. നമുക്ക് എന്ത് വേണം, ഈ എക്സ്പെരിമെൻ്റ് ഭാഗമായിട്ട് നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് കൂട്ടി നോക്കണം. കളക്ടർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്ത് നോക്കണം, കളക്ടർ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്ത് നോക്കണം. സോ അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ എന്ത് കൊണ്ടുവച്ചു, ഒരു ബാറ്ററിയുടെ സോഴ്സ് കൊണ്ടുവച്ചു, ഒരു EMFൻ്റെ സോഴ്സ് വെച്ചു. അത് വേരിയബിൾ ആണ്, ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, നമ്മൾ അതിൻ്റെ വോൾട്ടേജ് ഒരു 6 വേ കീ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വെച്ചുള്ള ചിത്രം കാണും. സിമ്പിളായിട്ട് ഇങ്ങനെ വരച്ചാലും മതി. എത്രയാണ് നമ്മൾ കൊടുത്ത വോൾട്ടേജ് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വോൾട്ട് മീറ്ററും സെറ്റ് ചെയ്തു. ഇതായിരുന്നു എക്സ്പെരിമെൻ്റിൻ്റെ സെറ്റപ്പ്. ഏറ്റവും സിമ്പിളായിട്ട് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നമുക്ക് ഇങ്ങനെ വരച്ച് വെക്കാം. ക്ലിയർ ആണോ കാര്യം? എക്സ്പെരിമെൻറ്റിൽ എന്താണ് ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലായോ മക്കളെ? ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ചേമ്പർ ഉണ്ട്, അതിൻ്റെ അത് സിങ്കിൻ്റെ വെച്ചു, അതിൻ്റെ മുകളിൽ ലൈറ്റ് വന്നിടിച്ചു, ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു. ആ ഇലക്ട്രോൺസ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കളക്ടർ പ്ലേറ്റ് വെച്ചു. അതിന് ഇങ്ങനെയല്ല, ഇനീഷ്യലി ഇത് പോസിറ്റീവായിട്ടാണ് സെറ്റ് ചെയ്തത്. ഇനീഷ്യലി ഇത് പോസിറ്റീവായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലല്ലേ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് പോസിറ്റീവായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രോൺസ് അങ്ങോട്ട് വരും. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്ക് ഇനി പറയേണ്ടത് അതിൻ്റെ ഒബ്സർവേഷൻസ് എന്തൊക്കെയായിരുന്നുള്ള കാര്യമാണ്. റെഡിയാണോ നിങ്ങൾ? സോ ഒബ്സർവേഷൻസ് നമ്മൾ 4 ഗ്രാഫായിട്ടാണ് വരയ്ക്കുന്നത്. ഫസ്റ്റ് ഗ്രാഫാണ് ഇൻറ്റൻസിറ്റി ആൻഡ് ഫോട്ടോ കറണ്ട്. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം, ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയാണ്. ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ആസ് ഇൻറ്റൻസിറ്റി ഇൻക്രീസസ് മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി എമിറ്റഡ്. എന്താ പറഞ്ഞത്? മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി എമിറ്റഡ്. അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് പുറത്തു വരും. ദാറ്റ് മീൻസ് എന്ത് സംഭവിക്കടാ? മോർ കറണ്ട്. കാര്യം മനസ്സിലായോ? നമ്മൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ഇൻറ്റൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു ഫോട്ടോ കറണ്ട്.
കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് വരിക എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കയ്യിൽ ടോർച്ച് ഉണ്ട്, ടോർച്ച് ഡിം മോഡും ബ്രൈറ്റ് മോഡും. അതിൽ ബ്രൈറ്റിലേക്ക് മാറ്റിയാണ് നടത്താം. സോ ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, കൂടുതൽ വേവ്സ് വരും. കൂടുതൽ വേവ്സ് വന്നാൽ അത് എന്ത് ചെയ്യാൻ പറ്റൂടാ, കൂടുതൽ ഇലക്ട്രോൺസിനെ ഈ മെറ്റൽ സർഫസിന് എമിറ്റ് ചെയ്യാൻ കഴിയും. സോ കൂടുതൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൂടും നമ്മൾ മനസ്സിലാക്കണം, അവിടുത്തെ കറണ്ട് കൂടും. ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെയായിരിക്കും. ഗ്രാഫ് വരച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഇൻറ്റൻസിറ്റി വരച്ചു, ഇവിടെ നമ്മൾ ഫോട്ടോ കറണ്ട് വരച്ചു. എങ്ങനെയാണ് ഗ്രാഫ്? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ. സോ അതാണ് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ഗ്രാഫ്. ഓരോ ഗ്രാഫും പഠിക്കണം. ഗ്രാഫിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വേരിയേഷൻസ് എന്താണ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കണം. യെസ്, സോ വേരിയേഷൻ എന്താ ചെയ്യുന്നത് മനസ്സിലാക്കണം. ഇതിൽ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി ചോദിക്കും മക്കളെ. തിയറി പാർട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും, ഡയറക്റ്റ്ലി ചോദിക്കും, പ്രോബ്ലവും ചോദിക്കും. സോ കൃത്യമായി ശ്രദ്ധിക്കുക, നമ്മളെല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ടാണ് പോവുക. യെസ്, സോ നമ്മൾ പോകുന്നു രണ്ടാമത്തെ ഭാഗത്തേക്ക്. ഇതിലെ മെയിൻ ഗ്രാഫ് ഇതാണ്. അതാണ് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ വേഴ്സസ് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫോട്ടോ കറണ്ട്. ഇതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫോട്ടോ കറണ്ട്. സോ നമ്മൾ നോക്കടാ, ഗ്രാഫിൽ നമ്മൾ വരയ്ക്കണം. രണ്ട് കാര്യങ്ങളാണ് വരയ്ക്കേണ്ടത്. ഒന്ന് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ വരയ്ക്കണം, മറ്റത് ഫോട്ടോ കറണ്ട് വരയ്ക്കണം. ശ്രദ്ധിക്കണം മക്കളെ. കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ നമ്മൾ പോസിറ്റീവ് പൊട്ടൻഷ്യൽ മാർക്കുണ്ട്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ മാർക്കുണ്ട്. സോ ഇതാണ് കളക്ടർ പൊട്ടൻഷ്യൽ 0 ആയ ഭാഗം. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയാൽ പോസിറ്റീവാണ്, ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ നെഗറ്റീവാണ്. സോ ഇവിടെ ഞാൻ നടുക്കെഴുതി കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ. ഓക്കെ, സോ രണ്ടാമത്തെ കാര്യം നോക്കടാ. എക്സ് ആക്സിൽ നമ്മൾ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ എടുത്താൽ വൈ ആക്സിൽ എന്താ വരയ്ക്കുന്നത്, അവിടെ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടാണ് വരയ്ക്കുന്നത്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. കാര്യം മനസ്സിലായോ? യെസ്. സോ നോക്കൂ, ഇനീഷ്യലി നമ്മളെ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ 0 ആണ്. ഇനീഷ്യലി നമ്മളിവിടെ എന്ത് കൊടുത്തില്ല, ഒരു പൊട്ടൻഷ്യലും കൊടുത്തിട്ടില്ല. അപ്പോൾ തന്നെ ഇവിടെ നിന്ന് റിലീസ് ആവുന്ന കുറച്ച് ഇലക്ട്രോൺസ് ഇതിൻ്റെ അകത്ത് കൂടെ ട്രാവൽ ചെയ്തിട്ട് ഇവിടേക്ക് എത്തും. സർക്യൂട്ട് കംപ്ലീറ്റ് ആകും. വിച്ച് മീൻസ് ഇവൻ വിത്ത് ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് ഇവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ 0 ആയാലും അവിടെ എന്തുണ്ടാവുക, അവിടെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ആണ് ആ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ ഞാൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ ഞാൻ കൂട്ടി. കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കൂടും. നോക്കിക്കേ, ഇതാ ഇതിൽ നോക്കിക്കേ, ഇവിടെ ഞാൻ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് ആണ്, ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് കൂട്ടുകയാണ്. കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാൻ ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് കൂട്ടുക. അപ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിന് അട്രാക്ഷൻ കൂടും, കൂടുതൽ കറണ്ട് വരും. സോ ഗ്രാഫിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഇൻക്രിമെൻറ്റ് കാണും. ആ ഇൻക്രിമെൻറ്റ് കുറേ സമയം നീണ്ടു നിൽക്കില്ല, കാരണം അവിടെ വരുന്ന ഇലക്ട്രോൺസിന് ഒരു പരിധി ഉണ്ട് ദാസ. അതുകൊണ്ട് കൂടുതൽ സമയത്തേക്ക് നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, അത് പെട്ടെന്ന് സാച്ചുറേഷനിലെത്തും. സോ ഇങ്ങനെയാണ് സംഭവിക്കുക. ക്ലിയർ ആണോ? ഇവിടുത്തെ കറണ്ട് എന്തായി, ഒരു മാക്സിമം വാല്യൂ എത്തിയാൽ അവിടെ നിന്ന് അങ്ങോട്ട് കൂടുന്നില്ല. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ കറണ്ട്. ക്ലിയർ ആണോ മക്കളെ? യെസ്. സോ അതർ വേ നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടേക്ക് നോക്കിക്കോളൂ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യാണ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ ഇവിടുന്ന് കൂട്ടിയിരുന്നു, ഇനി കുറയ്ക്കാൻ പോവുക. സോ കുറയ്ക്കാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ എത്രയാടാ, ഇനീഷ്യലി 0 ആയി അല്ലേ, കുറച്ച് 0 തന്നെ ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ വീണ്ടും കുറച്ചു, -1 -2 -3 അങ്ങനെ വരികയാണ്. മൈനസ് ആകുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇവിടെ ഇലക്ട്രോൺസ് ആണുള്ളത്. ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇവിടെ മൈനസ് ആയാൽ റിപ്പൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടുത്തെ കറണ്ട് ഫ്ലോ കുറഞ്ഞ് വന്നിട്ട് നമ്മളെ ഗ്രാഫ് ഇതാ ഇങ്ങനെ അവസാനിക്കും. അത് ആ ഒരു ഷേപ്പിന് വരച്ചാൽ മതി. ഇതാ ഇങ്ങനെ അവസാനിക്കും. ഇതാണ് നമ്മുടെ എന്തിൻ്റെ ഗ്രാഫ്, നമ്മൾ ആദ്യം പഠിക്കേണ്ട ഗ്രാഫ്. സോ അങ്ങനെ അവസാനിച്ച ഈ പൊട്ടൻഷ്യൽ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. എന്ത് പേരാ വിളിക്കുക, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്ന കാര്യം മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈഡ് ടു കളക്ടർ പ്ലേറ്റ് ഫോർ വിച്ച് നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഒക്കേഴ്സ്. ഈ കാര്യം ക്ലിയർ ആണോ മക്കളെ? എന്താ ചെയ്യുന്ന കാര്യം ക്ലിയർ ആണോ? ഇത്രയും കാര്യം ക്ലിയർ ആയിട്ടുള്ള ആളുകൾ ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കാര്യം പറയണം. ക്ലിയർ ആണെങ്കിൽ ആ കാര്യം പെട്ടെന്ന് പറയണം. ചെയ്യാം. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്ന കാര്യമൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ. ക്ലിയർ ആണെങ്കിൽ ആ കാര്യം പറയണം. എന്നിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ, ബാക്കി വേരിയേഷൻ പറയണം.
ക്ലിയർ ആണോ മക്കളെ? സെറ്റല്ലേ? ഈ കാര്യം സെറ്റല്ലേ? എന്താണ് സംഭവിച്ചത്? ഗ്രാഫിൻ്റെ ഷേപ്പും സെറ്റല്ലേ? ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം ഒരു വര ഭംഗിയില്ലാതെ വരെ അത്രയേ ഉള്ളൂ. ഒരു വര വരച്ച് വയ്ക്കുക. സെറ്റ്. ഇനി നമ്മൾ പറയുന്നു, ഇനി നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തിയ അടുത്ത വേരിയേഷൻസ് ആണ്. സോ എക്സ്പെരിമെൻറ്റ് ഒരുപാട് വേരിയേഷൻസ് നടത്തി അല്ലേ? ഫസ്റ്റ് എന്താ കാട്ടിയത്? ഇൻറ്റൻസിറ്റി മാറ്റി നോക്കി. ഇൻറ്റൻസിറ്റി വെറുതെ ഒരു ഗ്രാഫ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ മാറ്റി നോക്കി. അത് നമ്മൾ അടുത്ത ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. വേരിയേഷൻ ഓഫ് വേരിയിങ് വിത്ത് വേരിയിങ് ഇൻറ്റൻസിറ്റി. നമ്മൾ ഈ സെയിം ഗ്രാഫില്ലേടാ, ഏത് ഗ്രാഫാണ് നമ്മൾ പറഞ്ഞ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ വേഴ്സസ് കറണ്ട് ഗ്രാഫ്. അവിടെ നമ്മൾ എന്ത് പറ്റി? ഇൻറ്റൻസിറ്റി മാറ്റി. സോ ഇനീഷ്യലി നമുക്കൊരു ഗ്രാഫ് കിട്ടിയിരുന്നു. അത് ഇങ്ങനെയാണ്. നമ്മൾ ഇൻറ്റൻസിറ്റി മാറ്റാൻ പോവുക. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വേഴ്സ്. അപ്പോൾ ഇൻറ്റൻസിറ്റി മാറ്റിയാൽ എന്ത് സംഭവിക്കും മക്കളെ? ഒന്ന് നോക്കിയേ. ഇൻറ്റൻസിറ്റി മാറിയാൽ എന്ത് സംഭവിക്കും? ഇൻറ്റൻസിറ്റി മാറിയാൽ കൂടുതൽ ഇലക്ട്രോൺസ് റിലീസ് ആവും. കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നോക്കിയേ, ഇൻറ്റൻസിറ്റി കൂടിയാൽ കൂടുതൽ ഇലക്ട്രോൺസ് ഇൻക്രീസ് ആവും. കൂടുതൽ ഇലക്ട്രോൺസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കടാ? അവരുടെ കറണ്ട് കൂടും. സോ ഞാൻ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ സാച്ചുറേഷൻ കറണ്ട് കൂടും. ഇങ്ങനെ വരും വാല്യൂ. പക്ഷേ അതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വ്യത്യാസം വരുന്നില്ല. സോ ഇങ്ങനെയാണ് നമ്മുടെ വേരിയേഷൻ വിത്ത് എന്ത് വരയ്ക്കാൻ പറ്റുക? ഇൻറ്റൻസിറ്റി വരയ്ക്കാൻ പറ്റുക. ഇൻറ്റൻസിറ്റി വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് ഫോർ ഇൻറ്റൻസിറ്റി I1, ദിസ് ഈസ് ഫോർ ഇൻറ്റൻസിറ്റി I2, I3. ഇൻറ്റൻസിറ്റിയിൽ വേരിയേഷൻ വന്നാൽ എന്ത് മാറുമടാ? സാച്ചുറേഷൻ കറണ്ട് വിൽ ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ. അതല്ലെങ്കിൽ ഇൻക്രീസ് തന്നെ എഴുതാം അല്ലേ? നമ്മൾ ഒരുപാട് ഇതാക്കണ്ട. കറണ്ട് വിൽ ഇൻക്രീസ് വിത്ത് സാച്ചുറേഷൻ കറണ്ട് വിൽ ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് ഇൻറ്റൻസിറ്റി. കാര്യം മനസ്സിലായോടാ? ഇൻറ്റൻസിറ്റി കൂടിയാൽ സാച്ചുറേഷൻ കറണ്ട് കൂടും. അതായത് കൂടുതൽ ഇലക്ട്രോൺസ് പുറത്ത് വന്നു, അവർക്ക് എന്ത് സംഭവിക്കും? അതുകൊണ്ട് തന്നെ കറണ്ട് കൂടും. മക്കളെ നിങ്ങൾ പറ, ഇതിൽ I1ഉം I2ഉം ആയിട്ടുള്ള റിലേഷൻ പറയടാ. I1 ആണോ I2 ആണോ I3 ആണോ വലുത്? പറഞ്ഞേ. ഏതാണ് വലുത്? I1 ആണോ I2 ആണോ I3 ആണോ വലുത്? ഒന്ന് പറഞ്ഞേ. ഏതാ വലുത്? നോക്കിക്കേ, ഏതിനാണ് സാച്ചുറേഷൻ കറണ്ട് കൂടുതൽ? സാച്ചുറേഷൻ കറണ്ട് I1-നാണ് കൂടുതൽ. കണ്ടോ, I1-നാണ് കൂടുതൽ. അതിനേക്കാൾ കുറവാണ് I2, അതിനേക്കാൾ കുറവാണ് I3. സോ ഇൻറ്റൻസിറ്റി കൂടിയാൽ, നോക്കണം മക്കളെ, ഇൻറ്റൻസിറ്റി കൂടിയാൽ കറണ്ട് കൂടും. സോ I1 ഈസ് ഗ്രേറ്റർ ദാൻ I2 ഈസ് ഗ്രേറ്റർ ദാൻ I3. I4 ഇൻറ്റൻസിറ്റി, കറണ്ട് അല്ല അവിടെ. കാര്യം മനസ്സിലായോ? യെസ്, ക്ലിയർ അല്ലേടാ? സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വേരിയേഷൻ, കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫോട്ടോ കറണ്ട്. എപ്പോഴാണ് പറഞ്ഞിരുന്നത്? അല്ല, ഞാൻ ഇപ്പം എന്താ ചെയ്ത്? ഈ ഗ്രാഫ് കൊണ്ടുപോയി വരച്ചോ. ഇനിയിപ്പോൾ പേജ് അങ്ങോട്ടും ഇടാം. ആവേശം കൂടി ഈ ഗ്രാഫ് കൊണ്ടുപോയി വരച്ചു. യെസ്. ഹെഡിങ് ഞങ്ങോട്ട് മാറ്റി വയ്ക്കാം അല്ലേ? സോ ഇതേ ഗ്രാഫിൽ വിത്ത് വേരിയിങ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് സംഭവിച്ചത്. കൺഫ്യൂഷൻ ഒന്നും തന്നെ ഇല്ല. കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേടാ? ക്ലിയർ ആണെങ്കിൽ ആ കാര്യം കമൻറ്റ് ബോക്സിൽ പറയണം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുമോ? ഇത് ഈ വേരിയേഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഗ്രാഫ് തന്നിട്ട് ഓരോ റീജിയൻസും മാർക്ക് ചെയ്യാൻ ചോദിക്കും. ഇൻറ്റൻസിറ്റി ഏതാണെന്നൊക്കെ ചോദിക്കും. ഇൻറ്റൻസിറ്റി കൂടിയത് ഏതാ, ഇൻറ്റൻസിറ്റി കുറഞ്ഞത് ഏതാന്നൊക്കെ ചോദിക്കും. അതിൻ്റെ കാര്യം മനസ്സിലാവും. യെസ്, നെക്സ്റ്റ് ഏതാ പറയേണ്ടത്? വേരിയേഷൻ വിത്ത് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. വേരിയേഷൻ വിത്ത് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. സോ മക്കളെ, എവിടെയും നമുക്ക് ഇനീഷ്യലി ഗ്രാഫ് ഏതുപോലെ തന്നെയാണ്? ഇത് തന്നെയാണ് ഇനീഷ്യൽ ഗ്രാഫ്. ഇതുപോലെ തന്നെയാണ് ഇനീഷ്യൽ ഗ്രാഫ്. ഇതുപോലെ തന്നെയാണ്.
ഇനി എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഫ്രീക്വൻസി കൂട്ടി അല്ലേ? ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എന്താടാ? ഈസ് ഈക്വൽ ടു ഈ എച്ച് ഇൻസിഡൻറ്റ് എനർജി എച്ച് ന്യൂ is equal to എച്ച് ന്യൂ 0 പ്ലസ് കൈനറ്റിക് എനർജി. എച്ച് ന്യൂ 0 എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളെ, ഒന്ന് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, രണ്ട് ടെമ്പറേച്ചറിനെയാണ്. സോ ഫ്രീക്വൻസി കൂടിയാൽ എന്ത് സംഭവിക്കടാ? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ വിൽ ഇൻക്രീസ്. നിങ്ങൾ മനസ്സിലാക്കണം, ആസ് ഫ്രീക്വൻസി increases, kinetic energy of electrons will increase. കാര്യം മനസ്സിലായോ? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അവരെ നിർത്താൻ വേണ്ട ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇക്വേഷൻ എന്തായിരുന്നു? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു EV0. ആ കാണുന്ന V0 നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സോ കൈനറ്റിക് എനർജി കൂടിയാൽ V0 കൂടും. എന്തിൽ വ്യത്യാസം ഉണ്ടാവില്ല? ഫ്രീക്വൻസി കൂടി എന്ന് കരുതിയിട്ട് അവിടെ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകില്ല. ഫ്രീക്വൻസി കൂടിയാൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. സോ അതിന് സാച്ചുറേഷൻ കറണ്ടിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഇങ്ങനെ വരും ഗ്രാഫ്. കാര്യം മനസ്സിലാക്കി വെക്കണം. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ക്ലിയർ ആണോ മക്കളെ? സോ ഫോർ സെയിം സാച്ചുറേഷൻ വോൾട്ടേജ് വിൽ ഗെറ്റ് 3 ഡിഫറെൻറ്റ് വോൾട്ടേജസ് V0 1 2 3. ഇത് ഫ്രീക്വൻസി ന്യൂ 1 എന്നും ഇത് ഫ്രീക്വൻസി ന്യൂ 2 എന്നും, ഇത് 1 ഇത് 2 ഇത് 3, ഇത് 3 എന്നും വിളിച്ചാൽ വേരിയേഷൻ വാല്യൂ പറയടാ. V1ഉം ഫ്രീക്വൻസികൾ ന്യൂ 1ഉം ന്യൂ 2ഉം ന്യൂ 3യും തമ്മിലുള്ള റിലേഷൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. എന്താണ് ശ്രീബ? യെസ് പറയടാ, ഏതാണ് ഏറ്റവും കൂടുതൽ? നോക്കി പറഞ്ഞേ, ആർക്കാണോ ഏറ്റവും കൂടുതൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? ഇതാ നെഗറ്റീവ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നോക്കടാ, ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? പൊട്ടൻഷ്യൽ കൂടുകയാണ്. ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ അത് ആർക്കാണ്? അത് V1 ആണ്, V2 ആണ്, V3 ആണ്. കണ്ടോ, ഫ്രീക്വൻസി ഇവിടെ കൂടുതൽ V1. ആർക്കാണോ ഫ്രീക്വൻസി കൂടുതൽ അവർക്ക് എന്തും കൂടുതലായിരിക്കും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൂടുതലായിരിക്കും. ക്ലിയർ ആണോ മക്കളെ? ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അവിടെ ഓർത്ത് വെക്കേണ്ടതാണ്. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ക്ലിയർ? യെസ് ക്ലിയർ ആണ്. വി ആർ മൂവിങ് ഫോർവേഡ്. ക്ലിയർ അല്ലേടാ? സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഗ്രാഫ് നിന്ന് പഠിക്കേണ്ടത്. ഗ്രാഫ് നിങ്ങളോട് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ എല്ലാ ഗ്രാഫുകളും. 1 2 3 4 ഗ്രാഫ്. ക്ലിയർ അല്ലേ? സോ അത്രയാണ് ആ എക്സ്പീരിയൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അതെന്താ? ഇത് നമുക്ക് എന്തിൻ്റെ എവിഡൻസ് തരുന്നുണ്ട്? നമ്മളെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുന്നത് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ കൊണ്ടാണ്. സോ ഇഫ് ലൈറ്റ് ഈസ് എ വേവ്, മോർ ഇൻറ്റൻസിറ്റി മീൻസ് മോർ എനർജി. അങ്ങനെയാണെങ്കിൽ ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ എനർജി കൂടണമായിരുന്നു. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന കോൺസെപ്റ്റ് അവിടെ ഉണ്ടാകില്ല. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന കോൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? ഇത് പാർട്ടിക്കിളാണ്. അങ്ങനെയാണ് നമ്മൾ ആ ഭാഗം അവിടെ അവസാനിപ്പിച്ചിരുന്നത്. സോ അത് നമുക്ക് മനസ്സിലായി. ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ ഉണ്ട്, അയാളുടെ പേരാണ് ഫോട്ടോൺ അല്ലേ? ലൈറ്റിൻ്റെ പാർട്ടിക്കിളിൻ്റെ പേരാണ് ഫോട്ടോൺ. ആ ഫോട്ടോണിൻ്റെ എനർജി എത്രയാണ്? h ആണ് അതിൻ്റെ എനർജി. അതിന് മൊമെൻറ്റത്തിൻ്റെ വാല്യൂ കൂടി നമുക്ക് എഴുതണം. മൊമെൻറ്റത്തിന് എങ്ങനെ ഇക്വേഷൻ എഴുതാൻ പറ്റുക? ഈസ് ഈക്വൽ ടു h mc² ആണ്. നമ്മളെ ഒന്നും വേണ്ട, അത് ബുദ്ധിമുട്ടൊന്നും വേണ്ട. നമുക്ക് ഡീബ്രോയിൽ ഇക്വേഷൻ മതി. ലാംഡ ഈസ് ഈക്വൽ ടു h/p ഇല്ലേ? അപ്പോൾ മൊമെൻറ്റം P ഈസ് ഈക്വൽ ടു h/λ എന്ന് എഴുതി വെച്ചാൽ മതി. h/λ. സോ നിങ്ങൾ മനസ്സിലാക്കണം, ഫോട്ടോണിന് എനർജി മൊമെൻറ്റവും ഉണ്ട്, അല്ലെങ്കിൽ ലൈറ്റിന് എനർജി മൊമെൻറ്റവും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ലൈറ്റ് എന്താണ്? പാർട്ടിക്കിളാണ് എന്ന കാര്യം തീരുമാനമാക്കി കേട്ടോ. ലൈറ്റിന് എന്തുണ്ട്? എനർജി മൊമെൻറ്റവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, പാർട്ടിക്കിളാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. സോ 2 കാര്യങ്ങൾ പറയുന്നു. റെസ്റ്റ് മാസ് ഓഫ് ഫോട്ടോൺ എത്രയാണ്? അത് 0 ആണ്. പക്ഷേ മൂവിങ് ഫോട്ടോണിന് എന്തുണ്ട്? മാസ് ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ ഈസ് ഈക്വൽ ടു mc² എന്നുണ്ട്. അതിൽ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു h ന്യൂ. അപ്പോൾ നമുക്ക് എന്താ വേണ്ട? mc ആണ് h ന്യൂ. അപ്പോൾ mc അല്ലേ? mc ഈക്വൽ ടു h ന്യൂ/c. കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ഈ കാര്യം കൂടി മനസ്സിലാക്കണം. ഫോട്ടോണിനെ കുറിച്ച് 2 വാക്ക്.
ഫോട്ടോണിനെ കുറിച്ച് 2 വാക്ക്. സോ എന്തുകൊണ്ടാണ് ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് എന്ന് പറയാൻ കാരണം അതിന് എനർജിയും മൊമെൻറ്റവും ഉണ്ട്. സോ എനർജി മൊമെൻറ്റം ഉണ്ടാവുകൊണ്ട് ലൈറ്റ് ഈസ് എ പാർട്ടിക്കിൾ, മനസ്സിലാക്കി വെക്കുക. സോ എത്രയാണ് ആ പാർട്ടിക്കിൾ ആണെങ്കിൽ റെസ്റ്റ് മാസ് 0 ആണ്, അതിന് മൂവിങ് മാസ് ഉണ്ടാവും. അത് എത്രയാണ്? അപ്പോൾ മൂവിങ് മാസ് എം മാത്രം മതിയല്ലോ. വെരി സോറി നമുക്ക് എം മാത്രം മതിയല്ലോ. സോ എം is equal to h nu divided by c square. ഓക്കെ അല്ലേ? ഞാൻ ഇവിടെ തന്നെ എഴുതുകയാണ്. മൊമെൻറ്റാണ് കണ്ടുപിടിച്ച്. ഓക്കെ, h nu divided by c square എന്നുള്ള റെസ്റ്റ് മൂവിങ് മാസ് അതിനുണ്ടാവും. ഓക്കെയാണ് മക്കളെ? സോ ഒരു ഗ്രാഫ് കൂടി പഠിക്കണം. ആ ഗ്രാഫാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. ആ ഗ്രാഫ് ഇങ്ങനെയാണ്: പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്, കൃത്യമായി ശ്രദ്ധിക്കണം, നോക്കിക്കോളൂ. സോ നമ്മൾ നേരത്തെ ഇക്വേഷനൊക്കെ എഴുതി. സർ റെസ്റ്റ് മാസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോൺ വെറുതെ ഇരിക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ പെന്നിൻ്റെ റെസ്റ്റ് മാസ് എന്ന് പറഞ്ഞാൽ പെന്ന് വെറുതെ ഇരിക്കുകയാണെങ്കിൽ മാസ് ഉണ്ടാവില്ലേ? അത് 0 ആണ്. അത് ലൈറ്റിൻ്റെ കേസിൽ 0 ആണ്. അതുകൊണ്ടാണ് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ പെട്ടെന്ന് എവിഡൻ്റ് ആവാത്തത്. മൂവ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഇമ്പാർട്ട് മൊമെൻറ്റം ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ എനർജി ഉണ്ട്. സോ ലൈറ്റ് പാർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെ മൊമെൻറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു മാസ്, അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആ മാസാണ് ഏത്? ഈ മാസ് കേട്ടോ. കൂടുതൽ കൺഫ്യൂഷൻ ആണെങ്കിൽ വിട്ടുകളയാം, അത്രയൊന്നുമില്ല. സോ പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസിൻ്റെ ഗ്രാഫാണ് വരയ്ക്കുന്നത്. സോ നോക്കിക്കോളൂ മക്കളെ, ആ ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ് ആ ഗ്രാഫ്. ഇവിടെ നമ്മൾ എഴുതുന്നത് പൊട്ടൻഷ്യലാണ്, ഇവിടെ ഫ്രീക്വൻസിയാണ്. ഇത് പൊട്ടൻഷ്യൽ, ഇത് ഫ്രീക്വൻസി. ഗ്രാഫിൻ്റെ ഷേപ്പ് നോക്കണം. ദാ ഇങ്ങനെയാണ് വരിക. പൊട്ടൻഷ്യൽ 0 ആയപ്പോൾ നോക്കിയേ ദാ ഇങ്ങനെയാണ് ഫസ്റ്റ് ഗ്രാഫ്. അതായത് ഫോർ എ സെർട്ടേൺ വാല്യൂ ഓഫ് ഫ്രീക്വൻസി അവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലുള്ള കോൺസെപ്റ്റേ ഇല്ല. കാര്യം മനസ്സിലായോ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കോൺസെപ്റ്റ് ഉണ്ടാകാൻ കാരണം എന്താ? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ വിൽ സ്റ്റാർട്ട് ഓൺലി വെൻ ദ ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ക്ലിയർ ആണോ? വൈ എം സി ഇല്ലടാ, അത് അബദ്ധം പറ്റിയതാണ്. മൂവിങ് മാസ് എം മാത്രം മതി കേട്ടോ. അത് അബദ്ധം പറ്റിയതാണ്. യെസ്. സോ രണ്ടാമത്തെ കാര്യം നോക്കടാ, ഇത് മെറ്റൽ എ ആണ്. ദിസ് ഈസ് ഫോർ മെറ്റൽ എ ആണ്. മെറ്റൽ ബി എടുത്താൽ എന്ത് സംഭവിക്കും? ഇതാണ് മെറ്റൽ ബിക്ക് സംഭവിക്കുന്നത്. ഇങ്ങനെ തന്നെ ലൈൻ വരും. ഇതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 എന്ന് വിളിച്ചു ഫോർ മെറ്റൽ ബി. ഈ കാര്യവും മനസ്സിലാക്കി വെക്കണം. ദിസ് ഈസ് ഫോർ ദ സെക്കൻഡ് മെറ്റൽ ബി. ഓക്കെ, ക്ലിയർ അല്ലേടാ? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിൻ്റെ സ്ലോപ്പ് ഓഫ് ഗ്രാഫ് എം എന്ന് വിളിക്കാം. സ്ലോപ്പ് ഓഫ് ഗ്രാഫ് is equal to, പറഞ്ഞേ മക്കളെ, സ്ലോപ്പ് ഓഫ് ഗ്രാഫ് എന്താ തരിക? സ്ലോപ്പ് ഓഫ് ഗ്രാഫ് is equal to h/e തരും. അങ്ങനെയാണ് നമ്മളോട് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് h is equal to m into e, സ്ലോപ്പ് into e വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഡെറിവേഷൻ ഞാൻ പറയണമെങ്കിൽ പറയാം. ഇതെങ്ങനെയാണ് വന്നുള്ള ഡെറിവേഷൻ ആവശ്യമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗ്രാഫിൻ്റെ ഷേപ്പും ഈ വാല്യൂ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇത് അതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണെന്നും ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണെന്നും μ0 എന്താണ്? ത്രെഷോൾഡ് ഫ്രീക്വൻസി. μ0യും μ0' രണ്ടും എന്തിനാണ്? ത്രെഷോൾഡ് ഫ്രീക്വൻസി ഫോർ മെറ്റൽ എ ആൻഡ് മെറ്റൽ ബി. യെസ്, h/e. പറയണോടെ മക്കളെ? ഇതിൻ്റെ ഡെറിവേഷൻ പറയണോ? എങ്ങനെയാണ് കിട്ടുന്ന കാര്യം പറയണോ? ഓർത്ത് വെക്കണം. ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഗ്രാഫിൻ്റെ ഷേപ്പ്, ഇതിൽ നിന്നുള്ള പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കും. സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് തരും. നിങ്ങൾ പേടിക്കേണ്ട, സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് തരും. അത് ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിൻ്റെ സ്ലോപ്പ് h/e ആണ്. h കോൺസ്റ്റൻ്റ് ആണ്, e കോൺസ്റ്റൻ്റ് ആണ് ഫോർ ഓൾ മെറ്റൽ. ഈ വരയുടെ സ്ലോപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പറയാവോ? പറയാവോ? യെസ്, നോ. നെക്സ്റ്റ് പറയാം. ഒന്നുമില്ല, നമ്മളതിന് ഇക്വേഷൻ ഉണ്ടാക്കാൻ പോയിട്ടാണ്. വി ഹാവ് എനർജി ഈസ് ഈക്വൽ ടു h nu പ്ലസ് കൈനറ്റിക് എനർജി അല്ലേ? നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മാറ്റി എഴുതി h nu ഈസ് ഈക്വൽ ടു h nu0 പ്ലസ് EV0. നമുക്ക് എന്താ വേണ്ടത്? ഗ്രാഫിൻ്റെ ഒരു സൈഡിൽ V0 വേണം, അപ്പോൾ ന്യൂ വേണം. അപ്പോൾ നമുക്ക് V0 ഒരു ടേമിലേക്ക് കൊണ്ടുവരാം. സോ EV0 ഈസ് ഈക്വൽ ടു h nu മൈനസ് h nu0 എന്ന് കിട്ടും. നമുക്ക് V0 മാത്രമാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ V0 is equal to h nu മൈനസ് h nu0 ഡിവൈഡഡ് ബൈ E. അതായത് h nu ബൈ E മൈനസ് h nu0 ബൈ E. ഇതാണ് V0. കാര്യം മനസ്സിലായോ?
സോ ദിസ് ഇക്വേഷൻ ഈസ് സിമിലർ ടു എന്നിട്ട് എഴുതുക. ദിസ് ഇക്വേഷൻ ഈസ് സിമിലർ ടു ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. ഏതാണിത്? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി അല്ലേ? നോക്കിക്കേ, എക്സ് വൈ ആക്സിസ് സാധനം ഇവിടെ എം എക്സ് പ്ലസ് സി, എം ഇൻറ്റു എം സ്ലോപ്പ് ഇൻറ്റു എക്സ് ആക്സിസ് വെച്ച സാധനം മൈനസ് കോൺസ്റ്റൻറ്റ്, എച്ച് കോൺസ്റ്റൻ്റ് ആണ്, ന്യൂ സീറോ ബൈ ഇ കോൺസ്റ്റൻ്റ് ആണ്. സോ ഈ ഫോമുല കിട്ടി. വിച്ച് ഇംപ്ലൈസ് സ്ലോപ്പ് എം ഇസ് ഈക്വൽ ടു ന്യൂവിൻ്റെ കൂടെയുള്ള ആൾ ദാറ്റ് ഈസ് എച്ച് ബൈ ഇ. ഇതാണ് അതിൻ്റെ ഡെറിവേഷൻ. കൃത്യമായി മനസ്സിലാക്കി വെക്കണം. സി എന്ന് പറഞ്ഞ സാധനം എൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് ആണ്. അതായത് നമ്മൾ ഈ ഗ്രാഫിനെ ഇങ്ങോട്ട് ചേർത്ത് വെച്ച് വരച്ചാൽ കിട്ടുന്ന വാല്യൂ ഇതാണ് വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടേക്ക് ചേർത്ത് വരച്ചിരുന്നതിൽ കിട്ടുന്ന വാല്യൂ ഇതാണ് സി. അപ്പോൾ വൈ ഇൻ്റർസെപ്റ്റ് സി ഇസ് ഈക്വൽ ടു എന്താ വരിക? മൈനസ് എച്ച് ന്യൂ സീറോ ബൈ ഇ വരും. കണ്ടോ? ഈ ലൈൻ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇവിടെ കിട്ടുന്ന വാല്യൂ വിൽ ബി ഈക്വൽ ടു മൈനസ് ന്യൂ സീറോ ബൈ ഇ. മൈനസ് ഉണ്ട്, അത് ഇവിടെയുള്ള മൈനസാണ്. സോ ഇതാണ് ആ ഡെറിവേഷൻ. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? സോ ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു. ഞാൻ സാറെ വിളിക്കുകയാണ്. സോ ലാസ്റ്റ് ഏകദേശം 5 മിനിറ്റ് കൂടി നോക്കിക്കോളൂ മക്കളെ. ലാസ്റ്റ് ഭാഗം വേവ് നേച്ചർ ഓഫ് മാറ്റർ. ഓക്കെ, സോ ഇവിടെ തിയറി പാർട്ടിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇക്വേഷൻ വെച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും മക്കളെ. ഇതിലെ മുഴുവൻ ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. നമുക്ക് 9 മണിക്ക് ലൈവ് നിർത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡപ്പ് ആക്കുന്നത്, തിയറി മാത്രം പറഞ്ഞുകൊണ്ട് ഇതാക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ വാച്ച് ചെയ്തിട്ട് വരണം. സോ ന്യൂമറിക്കൽസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും. ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ വേവ് നേച്ചറിൻ്റെ ഇക്വേഷൻ കൂടി നമ്മൾ പരിചയപ്പെട്ട് പോവുകയാണ്. യെസ്, സോ നമ്മൾ മുന്നോട്ട് പോകണം മക്കളെ, നോക്കിക്കോളൂ. സോ കൃത്യമായി ശ്രദ്ധിക്കുക. വേവ് നേച്ചർ ഓഫ് മാറ്റർ. അവിടെ ഓർക്കേണ്ട കാര്യം ആരെയാണ്? ഡീബ്രോയിയാണ് ആലോചിക്കേണ്ടത്. സോ ലാംഡ ഡീബ്രോയി വേവ് ലാംഡ ഇസ് ഈക്വൽ ടു 5 മിനിറ്റ് ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി. ദാറ്റ് ഈസ് ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പി. എന്താടാ? എം വി ആണ്. ദാറ്റ് ഈസ് യു ക്യാൻ റൈറ്റ് എം സിന്നോ എം വിന്നോ എന്തായാലും എഴുതാം. എം വി എന്ന് എഴുതി ഇക്വേഷൻ ഓർത്ത് വെക്കണം. സോ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡ് ബൈ √2m കൈനറ്റിക് എനർജി. സോ ഇത്രയാണ് ഈ ചാപ്റ്ററിന് ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ സമയം കിട്ടുന്ന ആളുകളെല്ലാം എവിടെ നോക്കുക. അതിലെ ചാപ്റ്റേഴ്സിലെ പ്രോബ്ലംസ് മുഴുവൻ നമ്മൾ തകർത്ത് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസും ഡെറിവേഷൻസും ഇവിടെ പറഞ്ഞിട്ടുമുണ്ട്. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഗ്രാഫ്സുകൾ തെറ്റാക്കി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തിനാണ് യെസ്, ഇത്രയേ ഉള്ളൂ. അടുത്ത ചാപ്റ്റർ ഏതാണ് അടുത്ത ചാപ്റ്റർ? എ സിയുമായി എൻ കെ. എനിക്ക് സാർ AC വന്നു. ഞാനും വന്നു മക്കളെ. AC അടിപൊളി ഗംഭീരമായ ഏറ്റവും കൂടുതൽ ഡെറിവേഷൻസ് ഒക്കെ ഉള്ള ഉഷാർ ക്ലിഞ്ചോസ്കി ചാപ്റ്ററാണ്. നമ്മളതാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും റെഡിയാണ്. ചാറ്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി തരണം. നിങ്ങളുടെ തീ തന്നാൽ മാത്രമേ ഞാൻ അടുത്ത ചാപ്റ്ററിലൂടെ കിടക്കുള്ളൂ. യെസ്, എനിക്കറിയാം പലർക്കും ബുദ്ധിമുട്ടായ ഡെറിവേഷൻസ് ഉള്ള ചാപ്റ്ററാണ്. ഡെറിവേഷൻസ് ഒക്കെ പലപ്പോഴായി പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ആ ഡെറിവേഷൻസ് ഒക്കെ ക്ലിഞ്ചറായി നമ്മളിതാ പഠിക്കാൻ ഡോറൊക്കെ തുറന്ന് നിങ്ങളൊക്കെ കാണുന്നു. അടച്ചോ. സോ മക്കളെ അടിപൊളിയായി നമ്മളിതാ പഠിക്കാൻ പോവാണ്, തകർക്കാൻ പോവാണ്. എല്ലാവരും ഉണ്ടോ? യെസ്, എല്ലാവരും കാത്തിരിക്കുവാണ്. എല്ലാവരും AC ക്ക് വേണ്ടി കാത്തിരിക്കുവാണെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കാത്തിരിക്കണം. യെസ്, റെഡി.
ഇനി എത്ര ചാപ്റ്റർ, ഇനി ആകെ വളരെ കുറവ് ചാപ്റ്റേഴ്സേ ഉള്ളൂ, നിങ്ങൾ പേടിക്കണം. ഇനി ആകെ കുറച്ച് വിരലിൽ എണ്ണാവുന്ന ചാപ്റ്റേഴ്സ്. നമ്മൾ എത്രയും പെടുന്നു എന്തോടെ 6 മണി ആയില്ല, നമ്മൾ 9 മണിക്ക് തുടങ്ങിയ കലാപരിപാടിയല്ലേ, 6 മണി വരെയൊക്കെ നമ്മൾ ഉഷാറായി തന്നെ എടുത്തില്ല. ഇനി എന്തോ നിങ്ങൾ പേടിക്കുന്നത്? എല്ലാം നമ്മൾ ഉഷാറായി പഠിക്കും, എല്ലാം നമ്മൾ തകർത്ത് പഠിക്കും, പഠിച്ച് സെറ്റാക്കും. റെഡി? ഓൾ സെറ്റ്? റെഡി? ബാ തുടങ്ങിയാലോ. ഓൾട്ടറേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന AC ലോട്ട് നമ്മൾ ആ ചൂട് വയ്ക്കാൻ പോകുന്ന എല്ലാവരും തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു മക്കളെ. നമ്മൾ തുടങ്ങുന്നു. ദ ഫിഗർ ഷോസ് ദ വേരിയേഷൻ ഓഫ് കറണ്ട് വിത്ത് ടൈം ഫോർ 4 ഡിവൈസ് PQRS. ദ ഡിവൈസ് ഇൻ വിച്ച് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ഈസ് PQRS. ഇതിലേതാ മക്കളെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ സൂചിപ്പിക്കുന്നത്? എല്ലാവരും പറയടാ. PQRSൽ ഏതാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ സൂചിപ്പിക്കുന്നത്? എല്ലാവരും പറയണം. അത് P ആണോ, Q ആണോ, R ആണോ, S ആണോ? ഏതാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ സൂചിപ്പിക്കുക? എൻ്റെ മക്കൾ എല്ലാവരും പറ, എല്ലാവരും പറഞ്ഞേ. കമോൺ 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 പറയടാ. നിങ്ങളെന്തോ കാണിക്കുന്നത്? എടാ ഇതാണ് നോക്കിക്കേ 0 ടൈം ആക്സിസ് കാണിച്ചിരിക്കുന്നത്. സോ ഈ പറയുന്നതിൽ രണ്ടും പോസിറ്റീവാണ്. സോ അതൊരിക്കലും AC അല്ല. സോ ഏതാണ്? S ആണ് ACയെ സൂചിപ്പിക്കുക. യെസ്, S ഈസ് അവർ റൈറ്റ് ആൻസർ. S ആണ് ACയെ സൂചിപ്പിക്കുക. P എന്ന് പലരും പറയുന്നത് നോക്കിക്കേടാ. നിങ്ങളിങ്ങനെ അതിന് ഞാൻ നോക്കിക്കേ, ഇങ്ങനെയാണ് ആക്സിസ് വരുന്നത്. സോ ഇവിടെ വന്നാൽ രണ്ടും പോസിറ്റീവ് അല്ലേ? സോ ഇവിടെ വരുമ്പോഴല്ലേ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് വരുന്നത്. കാര്യം വൃത്തിയായി വ്യക്തമായി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സെറ്റ്? റെഡി? ഉഷാർ ഉഷാർ. ജയ് മകിഴ്മതി. അടുത്തതിലോട്ട് കിടക്കാം. സെറ്റ്? പിന്നല്ല. വാ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ AC വോൾട്ടേജ് V = V0 sin omega t as applied to a series combination of a resistor and an element X. The instantaneous current in the circuit equal to I I0 sin omega t plus pi by 4. Which of the following is correct? എൻ്റെ മക്കളെ നിങ്ങൾ പറയണം. വേറെ ആരും ഇവിടെ പറയാനില്ല, നിങ്ങൾ തന്നെ പറയണം. സോ എൻ്റെ മക്കളെ നിങ്ങൾ പറയണം. ഇവിടെ എന്താണ്, ഏത് ഡിവൈസാണ് റെസിസ്റ്ററിൻ്റെ കൂടെ സീരീസ് ആയിട്ട് മറ്റൊരു ഡിവൈസിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ടിൻ്റെ എക്സ്പ്രഷനാണ് I I0 sin omega t plus pi by 4 എന്ന് വരുന്നത്. സോ രണ്ടാമത് കണക്ട് ചെയ്ത ഡിവൈസ് ഏതാണ്? അതൊരു ഇൻഡക്ടർ ആയിരിക്കുമോ, അതൊരു കപ്പാസിറ്റർ ആയിരിക്കുമോ, അതോ അതും ഒരു റെസിസ്റ്റർ ആയിരിക്കുമോ? റെസിസ്റ്റർ ഓപ്ഷനിലില്ല, ഇൻഡക്ടറും കപ്പാസിറ്ററേ ഉള്ളൂ. അതിൽ ഏതാണെന്ന് പറയടാ. യെസ്, ഉറപ്പാണ്. കറണ്ട് ലീഡ് ചെയ്യണമെങ്കിൽ അതൊരു കപ്പാസിറ്റർ ആയിരിക്കണം, ഒരു തർക്കവുമില്ല. കറണ്ട് ലീഡ് ചെയ്യണമെങ്കിൽ അതൊരു കപ്പാസിറ്റർ. 2 കപ്പാസിറ്ററിന് എണ്ണ പണ്ണ് വേണ്ട, എപ്പിടാ சொல்றது. യെസ്, 2 കപ്പാസിറ്റർ നിസ്സാരമായി തന്നെ പറഞ്ഞുതരാം, ശ്രദ്ധിക്കണം മക്കളെ. യെസ്, നമുക്ക് നമ്മുടെ ഇംപിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കാം. എല്ലാവർക്കും അറിയാം ഇംപിഡൻസ് ട്രയാങ്കിൾ Z ആണ്. അതുപോലെ തന്നെ ഇത് R ആണ്, ഇത് XC - XL ആണ്. എനിക്ക് ഇത്രയും തിക്നെസ് പെൻസിലിന് പോരെ, എനിക്കൊരു 9 തിക്നെസ്സിലൊക്കെ വയ്ക്കാം. യെസ്, റെഡി. XC - XL ആണ്. ഇതാണ് ഫൈ എന്ന് പറയുന്നത്. നിസ്സാരമാണ്. tan phi = എന്തായിരിക്കും മക്കളെ വരിക? tan phi = എന്താണ്? R / Z ആണ്. എല്ലാവർക്കും അറിയാലോ. tan phi R / XC - XL ആണ്. XC - XL ആണ്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ കപ്പാസിറ്റർ ആണെന്നുള്ള കാര്യം ഫിക്സ് ആയി. സോ XLനെ കളഞ്ഞോ. tan phi = R / XC. അത് ഓക്കെ അല്ലടാ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും പറ XC = എന്ത് വരും? R / tan phi. ഫൈയുടെ വാല്യൂ നമുക്കറിയാം. ഫൈ എത്രയാണ്? ഫൈ എന്ന് പറഞ്ഞാൽ pi by 4 ആണ്. സോ XC = R / tan pi by 4. tan pi by 4 എത്രയാടാ? tan pi by 4 എത്രയാണ് മക്കളെ? പറയടാ. tan pi by 4 എത്രയാണ്? 1 അല്ലടാ. സോ R / 1. ദാറ്റ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് XC = എന്ത് എഴുതാം? R എന്ന് എഴുതാം. സോ XC = R വരുന്ന ഓപ്ഷൻ ഉണ്ടോ? X = √2 yes കിട്ടി മോനെ, കിട്ടി. X = R. സോ ഓപ്ഷൻ D ഈസ് അവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ D ആണ് ശരിയായ ഉത്തരം. യെസ്. XL അവിടെ XLനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല, പിന്നെ എന്തിനാണ് നിനക്ക് XLൻ്റെ ആവശ്യം? XL ഇല്ലാതെ ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണല്ലോ, റെസിസ്റ്ററിന് സീരീസ് ആയിട്ട് കപ്പാസിറ്റർ ആണ് കണക്ട് ചെയ്തത് എന്ന കാര്യം നമ്മൾ ഫിക്സ് ചെയ്തല്ലോ. എന്നിട്ട് പിന്നെ അതുമാത്രം കൺസിഡർ ചെയ്താൽ പോരാടാ, അതുമാത്രം കൺസിഡർ ചെയ്താൽ മതി. അവിടെ നിങ്ങൾ ഇൻഡക്ടറിനെ എടുക്കേണ്ട ആവശ്യമില്ല, കപ്പാസിറ്റർ മാത്രം മതി. റെഡി? സെറ്റ്? ഉഷാർ. യെസ്, ഉഷാർ. അടുത്ത ചോദ്യത്തിലൂടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഇൻഡക്ടർ L of a reactance XL ഈസ് കണക്റ്റഡ് ടു സീരീസ് വിത്ത് എ ബൾബ് ടു ആൻ AC ആയിട്ട് സീരീസ് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഹൗ ദ ബ്രൈറ്റ്നസ് ഓഫ് ദ ബൾബ് ചേഞ്ചസ് വെൻ. ഈ താഴെ നൽകിയിരിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് ബൾബിൻ്റെ ബ്രൈറ്റ്നസ്സിന് എന്തു മാറ്റമാണ് സംഭവിക്കുക എന്നതാണ് ചോദ്യം. നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ ഇൻഡക്ടർ ഇൻക്രീസസ്. മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്പർ ഓഫ് ടേൺസ് കൂടിക്കഴിഞ്ഞു വെച്ചാൽ ഇൻഡക്റ്റൻസ് കൂടും. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടും. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടിയാൽ ബ്രൈറ്റ്നസ് കുറയും.
Inductive reactance is the effective opposition offered by an inductor to the alternating current. എന്നല്ലടാ പഠിച്ചത്, എന്ന് തന്നെയാണ് പഠിച്ചത്. So the bulb brightness will decrease. Next one എന്താ മക്കളെ? The capacitor XC equal to XL is included in series of the same circuit. എന്താ പറയുന്നത്? A capacitor in which XC equal to XL is included. അപ്പോൾ അത് റെസൊണൻസ് കണ്ടീഷൻ അല്ലേ? റെസൊണൻസ് കണ്ടീഷനിൽ എന്താണ് മക്കളെ പ്രത്യേകത? റെസൊണൻസ് കണ്ടീഷൻ ആണെങ്കിൽ എഫക്റ്റീവ് ഓപ്പോസിഷൻ കുറയുകയാണ് ചെയ്യുക. സോ ദാറ്റ്സ് വൈ ബൾബിൻ്റെ ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും? ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കൂടും. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ? അടിപൊളിയായിട്ട് മനസ്സിലായോ? യെസ്, സെറ്റ്. റെഡി. അടുത്ത സി. എന്താ സി ക്വസ്റ്റ്യൻ നോക്കടാ. when an iron rod is inserted, iron rod insert ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ഇൻഡക്റ്റൻസ് കൂടും. സോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടും. സോ ബ്രൈറ്റ്നസ് കുറയും. സെറ്റ് അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഒരു തരി സംശയമില്ലാലോ, ആർക്കും തന്നെ സംശയമില്ലാലോ. സെറ്റ്. റെഡി. സോറി നമ്പർ ഓഫ് ടേൺസ് റെഡ്യൂസസ് എന്നാണ് പറയുന്നത് അല്ലേ? നമ്പർ ഓഫ് ടേൺസ് റെഡ്യൂസസ് എന്നാണ് പറയുന്നത്. ഓക്കെ. നമ്പർ ഓഫ് ടേൺസ് കുറഞ്ഞാൽ എല്ല് കുറയും. സോ XL കുറയും. സോ ബ്രൈറ്റ്നസ് കൂടും. റെഡി അല്ലേ? ഇപ്പോൾ ഓക്കെ ആണോടാ? ഇപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ. ഞാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ് വെച്ചിട്ടാണ് ഞാൻ അവിടെ പറഞ്ഞത്, പക്ഷേ റെഡ്യൂസ്ഡ് എന്നാണ് പറയുന്നത്. സോ അതിനാൽ തന്നെ അത് മാറ്റി. ഓക്കെ, റെഡി. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. പാടാം മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An inductor, capacitor, resistor are connected in series across some source voltage. If the frequency of the source decreases gradually, the reactance of dash. അതായത് ഒരു ഫ്രീക്വൻസി ആയിട്ട് ഒരു സോഴ്സ് വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കഴിഞ്ഞാൽ, സോഴ്സ് വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കഴിഞ്ഞാൽ റിയാക്റ്റൻസിന് എന്തു മാറ്റം സംഭവിക്കുമെന്നാണ് ചോദ്യം. ഓക്കെ, നോക്കാം. ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL ഈക്വൾ എന്താണ്? L ഒമേഗയാണ്. വിച്ച് വിൽ ബി ഈക്വൾ L × 2πf ആണ്. സോ ഫ്രീക്വൻസി കുറച്ച് കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്തെയും കുറയും. ഫ്രീക്വൻസി കുറച്ച് കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കുറയും. അടുത്തത് XC ഈക്വൽ ടു 1/C ഒമേഗയാണ്. വിച്ച് വിൽ ബി ഈക്വൾ ടു 1/C × 2πf ആണ്. സോ ഫ്രീക്വൻസി കുറച്ച് കഴിഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ത് ചെയ്യുന്നു? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. സോ ആൻസർ നോക്കടാ. ബോത്ത് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ഡിക്രീസസ്. തെറ്റ്. ഇൻഡക്ടർ ഡിക്രീസസ്, കപ്പാസിറ്റർ ഇൻക്രീസസ്. ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് അറിയണം, നിങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടൻറ്റ്. യെസ്, ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേ? ക്ലിൻസറായി മനസ്സിലായോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം മക്കളെ. അടുത്ത ചോദ്യം അന്തസ്സുള്ള ഡെറിവേഷൻ ആണ്. നമ്മുടെ സ്വന്തം കപ്പാസിറ്ററിന്റെ ഡെറിവേഷൻ ആണ്. ഉഷാറായി നമ്മൾ ചെയ്യാൻ പോകണം. തയ്യാർ? റെഡി. കമോൺ യാർ. AC വോൾട്ടേജ് V = V0 sin ഒമേഗ നമ്മളൊരു കപ്പാസിറ്ററിലോട്ട് അപ്ലൈ ചെയ്തു. അവിടെയുള്ള കറണ്ടിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം, റിയാക്റ്റൻസ് കണ്ടുപിടിക്കണം, ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. നിസ്സാരം. നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ. ശ്രദ്ധിക്കടാ. AC വോൾട്ടേജ് അപ്ലൈ ടു എ കപ്പാസിറ്റർ. സോ ആദ്യം ഇതാണ് കപ്പാസിറ്റർ C കാണുന്നുണ്ട്. ഒരു ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. റൈറ്റ്. കറണ്ട് അതിലൂടെ I ആണ് ഫ്ലോ ചെയ്യുന്നത്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് V = എന്താണ്? V0 sin ഒമേഗ t. ഇക്വേഷൻ നമ്പർ എത്രയാണ്? 1 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം Q = എന്താണ്? CV ആണ്. സോ dQ/dt = എന്ത് വരും? d/dt ഓഫ് CV എന്ന് വരും. സോ I = എന്ത് വരും? d/dt ഓഫ് C × Vക്ക് പകരം V0 sin ഒമേഗ t. നിസ്സാരമായി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ. ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 4. സെറ്റ് അല്ലേ? ഇതിൽ കോൺസ്റ്റന്റ് ടേംസിനെയൊക്കെ ഡിഫറൻസിയേഷൻ ഞാൻ പുറത്തെടുക്കട്ടെടാ. സോ ഏതൊക്കെയാണ് കോൺസ്റ്റന്റ് ടേംസ് എന്ന് പറയുന്നത്? CV0 ആണ്. സോ I = CV0 പുറത്തെടുത്താൽ പിന്നെ എന്താ ഉള്ളത്? d/dt ഓഫ് സൈൻ ഒമേഗ ടി ആണ്. എന്താ മക്കളെ സൈൻ ഒമേഗ ടി ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം എന്താണ്? കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗയാണ്. സോ I = CV0 ഒമേഗ കോസ് ഒമേഗ ടി. എൻ്റെ മക്കൾ പറയടാ, ട്രിഗ്നോമെട്രി ഒക്കെ അറിയുന്ന ആൾക്കാരല്ലേ? സോ കോസ് ഒമേഗ ടീനെ എങ്ങനെ എഴുതാം? സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്ന് എഴുതാം. സൈൻ 90 + θ = cos θ എല്ലാവർക്കും അറിയാലോ. യെസ്, അതേ കാര്യം തന്നെയാണ്. സോ ഗൈസ് വി ക്യാൻ റീപ്ലേസ്. സോ I = CV0 ഒമേഗ എന്ത് വരും? സൈൻ ഒമേഗ ടി പ്ലസ് π/2. CV0 ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? I0 ആണ്. സോ I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ കറണ്ട്. ഇതാണ് ഒരു പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ നമ്പേഴ്സൊക്കെ ഇട്ട് തരാം. ഇത് 5 ആണ്, ഇത് 6 ആണ്, ഇത് 7 ആണ്, ദിസ് വൺ ഈസ് 8, ദിസ് വൺ ഈസ് 9.
ക്ലിഞ്ചറായി മനസ്സിലായോ? അടിപൊളിയായിട്ട് മനസ്സിലായോ? സോ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജിന്റെ ഫേസ് ആംഗിൾ എത്രയാണ്? ഒമേഗ ടി ആണ്. കറണ്ടിന്റെ ഫേസ് ആംഗിൾ എത്രയാണ്? ഒമേഗ ടി പ്ലസ് π/2 ആണ്. സോ എന്തു മനസ്സിലാക്കാം? ദ സർക്യൂട്ട് കറണ്ട് ഓർ ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ 90 ഡിഗ്രി. കറണ്ട് മുന്നിലാണ്, 90 ഡിഗ്രി കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാം. റൈറ്റ്. സോ അവിടെയുള്ള ഗ്രാഫ് ശ്രദ്ധിച്ചേടാ. ഇതാണ് നമ്മുടെ വോൾട്ടേജ് എന്ന്. സോ കറണ്ട് മുന്നിലാണ്. നമുക്കറിയാം നമ്മുടെ ഫേസർ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. സോ കറണ്ട് മുന്നിലാണ്, വോൾട്ടേജിന് ഇതാ കാണാൻ പറ്റുന്നുണ്ട്. കറണ്ട് മുന്നിൽ നിന്ന് തുടങ്ങുന്നു ഇതാ. റൈറ്റ്. യെസ്, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇനി ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. കപ്പാസിറ്റീവ് റിയാക്ടൻസ് നമ്മളൊരു റീപ്ലേസ്മെന്റ് നടത്തി. ഒന്ന് ശ്രദ്ധിച്ചേടാ, നമ്മൾ നടത്തിയ റീപ്ലേസ്മെന്റ് എന്താണ്? യെസ്, സി വി നോട്ട് ഒമേഗയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? ഐ നോട്ട് എന്ന് കൊടുത്തു. എങ്കിൽ വി നോട്ട് ബൈ ഐ നോട്ട് ഈക്വൽ എന്ത് വരും? 1/c ഒമേഗ എന്ന് വരും. അതാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് അഥവാ XC എന്ന് പറയുന്നത്. സോ എന്താണ് XC എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ എ കപ്പാസിറ്റർ ടു ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് ഒരു കപ്പാസിറ്റർ കൊടുക്കുന്ന എഫക്റ്റീവ് ഒപ്പോസിഷനെയാണ് നമ്മൾ എന്ത് പറയുക? കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുക. അതിൻ്റെ മറ്റൊരു എക്സ്പ്രഷൻ കൂടി പറഞ്ഞുതരാം. XC = 1/C × 2πf. ഒമേഗയ്ക്ക് വരും 2πf കൊടുത്തു. സോ XC ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു F. അതെന്തിനാണ് XC ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു F എന്ന് എഴുതിയത്? നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ ഒരു ഗ്രാഫ് മേ ബി ചോദിക്കാം. XCയും Fഉം തമ്മിലുള്ള ഗ്രാഫ് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അത് ഇതുപോലെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. സെറ്റ് അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി ഇടാവോ? എല്ലാവരും ചാറ്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി ഇടാവോ? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. കപ്പാസിറ്റർ തീർന്നു. അടുത്ത് ഇൻഡക്ടറിന്റെ ഡെറിവേഷൻ ഉണ്ട്. അതും ഗംഭീരമായി തന്നെ പഠിക്കാൻ പോവാണ്. എല്ലാവരും തയ്യാറാണെങ്കിൽ ഗൈസ് വി ആർ മൂവിങ് ടു അവർ ഇൻഡക്ടർ. യെസ്, ഗ്രാഫ് വരയ്ക്കണം. ഇൻഡക്ടറിന്റെ കറണ്ടും കണ്ടുപിടിക്കണം. നിസ്സാരമായി തന്നെ ചെയ്യാം. സോ AC അപ്ലൈ ടു ആൻ ഇൻഡക്ടർ. AC ഏതിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്? ഒരു ഇൻഡക്ടറിലോട്ട് AC അപ്ലൈ ചെയ്യാൻ പോവാണ്. എല്ലാവരും കാത്തിരിക്കുക. റെഡി നോക്കടാ. AC അപ്ലൈ ടു ആൻ ഇൻഡക്ടർ. എല്ലാവരും ശ്രദ്ധിച്ചോ. സോ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്താണ്? V0 sin ωt. അതിൽ മാറ്റമില്ല. അത് ഇക്വേഷൻ നമ്പർ 1 തന്നെയാണ്. അടുത്തത് നമുക്കറിയാം വോൾട്ടേജ് ഈക്വൽ എന്താണ്? L × di/dt. ജസീൽ സാറ് പറഞ്ഞു തന്നാണ്. അവിടെ നിങ്ങൾ പഠിച്ചത് E = -L × di/dt ആണ്. ഇവിടെ മാഗ്നിറ്റ്യൂഡ് എടുത്തു, EMFന് പകരം വോൾട്ടേജ് കൊടുത്തു. വേറെ ഒരു മാറ്റവും ഇല്ല. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 2 ആണ്. എങ്കിൽ ശ്രദ്ധിക്കടാ, di = എന്ത് വരും? V/L × എന്ത് വരും? dt എന്ന് വരും. ഇക്വേഷൻ നമ്പർ 3 ആണ്. സോ di = V എന്താണ് മക്കളെ? V0 sin ωt ഡിവൈഡഡ് ബൈ L × എന്ത് വരും? dt എന്ന് വരും. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ മക്കളെ, ആർക്കും ഒരു തരി സംശയമില്ലാലോ. കോൺസ്റ്റന്റ് ടേംസിനൊക്കെ പുറത്തെടുക്കാം. di ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുക? I കിട്ടുക. സോ ഗൈസ് ഐ ആം ഗോണ ഇൻറ്റഗ്രേറ്റ്. സോ integral of di = integral of V0/L sin ωt. അവിടെ കോൺസ്റ്റന്റ് ടേംസ് നമുക്ക് പുറത്തെടുക്കാം. സോ V0/L integral of sin ωt dt. മക്കളെ പറയടാ, I = എന്ത് വരും? V0/L sin ωt ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്താ മക്കളെ കിട്ടുക? -cos ωt/ω ആണ് കിട്ടുക. -cos ωt/ω. സെറ്റ് അല്ലേ? ഒമേഗനെ കോമൺലി പുറത്തെടുക്കട്ടെ. സോ I = V0/L ω -cos ωt. ക്രിസ്റ്റൽ ക്ലിയർ അല്ല? അടിപൊളിയായി മനസ്സിലായി, അന്തസ്സായി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ. ഇനി ഒരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ആണ്. -cos ωt എന്തിന് ഈക്വലാണ്? sin ωt -π/2 ഈക്വലാണ്. ഞാൻ ആ കാര്യം റീപ്ലേസ് ചെയ്യുന്നത്. സോ I = V0/L ω = I0. സോ I0 sin ωt -π/2. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുക? ഫൈനൽ ആൻസർ എന്ന് പറയുക. നിങ്ങൾക്കറിയണം, നിങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്. ഇക്വേഷൻ നമ്പേഴ്സ് കിട്ടുതരാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. This is equation number 5. This is equation number 6. This is 7. This one is 8. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായി? ഇവിടെ നിന്ന് എന്തു മനസ്സിലാക്കാം? യെസ്, ഇവിടെ കറണ്ട് വോൾട്ടേജിന് പുറകിലാണ്. ωt -π/2 ആണ്. സോ കറണ്ട് ഈസ് ലാഗിങ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ ആംഗിൾ 90 ഡിഗ്രി എന്ന് മനസ്സിലാക്കാം. റൈറ്റ്. സോ അതുപോലെ തന്നെ ആ ഫേസർ ഡയഗ്രാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. കറണ്ട് പുറകിലാണ് 90 ഡിഗ്രി. സോ ഇതാ വോൾട്ടേജ്, കറണ്ട് പുറകിൽ നിന്ന് തുടങ്ങുന്നു 90 ഡിഗ്രി. സെറ്റ്. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലല്ലോ, അന്തസ്സല്ലേ? അവിടെ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാണ്ട്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് ഒപ്പോസിഷൻ ഗിവൺ ബൈ ആൻ ഇൻഡക്ടർ ടു ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇൻഡക്ടർ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് കൊടുക്കുന്ന എഫക്റ്റീവ് ഒപ്പോസിഷനാണെന്ന് പറയുക ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അഥവാ XL എന്ന് പറയുക. XL എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്. സോ XL മറ്റൊരു ഇക്വേഷൻ കൊടുക്കാം, L × 2πf. അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചോ, ഇവിടെ എന്താണ്? XL ഈസ് പ്രപ്പോർഷണൽ ടു F ആണ്. സോ ഗ്രാഫ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ. ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഗ്രാഫ് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ XLഉം ഇവിടെ നമുക്ക് Fഉം കൊടുത്താൽ ഗ്രാഫ് എങ്ങനെയാണ് കിട്ടുക? ഗ്രാഫ് ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് കിട്ടുക. പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയേണ്ടതാണ്. സെറ്റ് അല്ലേ?
ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായോടെ ഒരു തരി സംശയമില്ലല്ലോ, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സെറ്റ്, റെഡി. അടുത്ത അതിൻ്റെ കാര്യമാണ്, അത് ഞാൻ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, വിട്ടേക്ക്. അടുത്ത യെസ് ഓ ഗൈസ്, ഐ ജസ്റ്റ് പുട്ട് ദ ആൻസർ ഹിയർ. ഇവിടെ ഒരു ആൻസർ വന്നിരിക്കുന്നു, നമുക്ക് ആൻസർ വായിച്ചോളെ. നമ്മൾ എന്നിട്ട് ഒന്നേയും തുടങ്ങാൻ പോവാണ്, ശ്രദ്ധിക്കാം. എന്താണ് റെഡി, ഫൈൻ, ശ്രദ്ധിക്കണം. The power factor of an AC is 0.5. What is the phase difference of the voltage and current in the circuit? വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? നിസ്സാരമാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ ലളിതമായ ചോദ്യമാണ്. യെസ്, വളരെ സിമ്പിളായ ചോദ്യമാണ് മക്കളെ. എൻ്റെ മക്കളൊന്ന് മനസ്സിലാക്കിയാൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്കറിയാം പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? cos 5 ആണ്. cos 5 ഈക്വൾ എത്രയാണ്? 0.5. അങ്ങനെയാണെങ്കിൽ 5 ഈക്വൾ എന്ത് വരും? cos ഇൻവേഴ്സ് ഓഫ് 0.5. cos ഇൻവേഴ്സ് ഓഫ് 0.5, അതായത് cos ഇൻവേഴ്സ് ഓഫ് 1/2 എത്രയാണ്? cos ഇൻവേഴ്സ് ഓഫ് 1/2 ഏത് ആംഗിളിലാണ് വരിക? 60 ഡിഗ്രിയിലാണ്. 60 ഡിഗ്രി എങ്ങനെ എഴുതാം? യെസ്, π/3. ആൻസർ ഈസ് π/3. ക്രിസ്റ്റൽ ക്ലിയർ, നിസ്സാരം. യെസ്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അടുത്ത ചോദ്യത്തിലൂടെ കിടക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഒരു അടിപൊളി ചോദ്യമാണ് മക്കളെ. നോക്കടാ, LCR സർക്യൂട്ടിൻ്റെ പവർ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ അതിൽ നിന്ന് പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിനെയും റെസിസ്റ്റീവ് സർക്യൂട്ടിനെയും പവർ കണ്ടുപിടിക്കുക. വേണമെങ്കിൽ കപ്പാസിറ്റീവിനെയും നമ്മൾ കണ്ടുപിടിക്കും, നിസ്സാരമായി തന്നെ കണ്ടുപിടിക്കാം. സോ പവർ ഇൻ എ സീരീസ് LCR സർക്യൂട്ട്, NCRT ഫോളോ ചെയ്യുന്ന ഏറ്റവും ഷോർട്ട് മെത്തേഡിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. നോക്കണം. സോ V ഈക്വൽ എന്താണ്? V0 sin omega t. I ഈക്വൽ എന്താണ്? ആ LCR സർക്യൂട്ട് I0 sin omega t plus 5 എന്ന് കൊടുത്തു. എത്രയാണ് ഫേസ് ഡിഫറൻസ് ഒന്നും അറിയില്ല, സിംപ്ലി 5 എന്ന് കൊടുത്തു. സോ ഇക്വേഷൻ 1 ഉം 2. സോ ഇൻസ്റ്റന്റേനിയസ് പവർ ഈക്വൽ ടു V ഈക്വൽ എന്ന് വരും, P ഈക്വൽ ടു VI എന്ന് വരും. സോ P ഈക്വൽ എന്ന് വരും V0 sin omega t into I0 sin omega t plus 5. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലാതെ. ഇത് ഇക്വേഷൻ നമ്പർ 3 ആണ്, ഇത് ഇക്വേഷൻ നമ്പർ 4 ആണ്. ഇനി V0 I0 നമ്മൾ കോമൺലി ഒരുമിച്ചിടുവാണ്. സോ V0 I0 sin omega t into sin omega t plus 5. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 5 ആണ്. സെറ്റ് അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായി, ഒരു തരി സംശയമില്ലാതെ. ഇത് ആക്ച്വലി ഏത് ഫോമാറ്റിലാണെന്ന് വെച്ചാൽ സൈൻ എ സൈൻ ബി ഫോർമാറ്റിലാണ്. അതെന്താണ്? 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി. 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ആണ്. റെഡി അല്ലേ? സൈൻ എ സൈൻ ബി ഈക്വൾ 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിക്കടാ, ഇതാണ് എ എന്ന് പറയുന്നത്, ഇതാണ് ബി എന്ന് പറയുന്നത്. റെഡി? ദിസ് വൺ ഈസ് എ ആൻഡ് ദിസ് വൺ ഈസ് ബി. ഞാൻ എഴുതി തരാം. ഇത് എ ആണ്, ഇത് ബി ആണ്. ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വേറെ ഒന്നും വേണ്ട. ഓക്കെ, റെഡി? നോക്കാടാ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ള കാര്യത്തിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. സോ പി ഈക്വൽ ടു V0 I0, പിന്നെ ഒരു 1/2 ഉണ്ട്. അകത്തെന്താണ്? കോസ് ഓഫ് എ മൈനസ് ബി ആണ്. സോ ഒമേഗ ടി മൈനസ് ഒമേഗ ടി പ്ലസ് 5. സോ ഒമേഗ ടി മൈനസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും. അടുത്ത് മൈനസ് കോസ് എ പ്ലസ് ബി ആണ്. സോ ഒമേഗ ടി പ്ലസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും. റെഡി? സോ പി ഈക്വൽ ടു V0 I0 1/2 ഇൻറ്റു, ശ്രദ്ധിച്ചാടാ, ഈ മൈനസ് ഒമേഗ ടീം പ്ലസ് ഒമേഗ ടീം ക്യാൻസൽ ചെയ്ത ബാക്കി എന്താ ഉള്ളത്? കോസ് 5 മൈനസ് കോസ് 2 ഒമേഗ ടി പ്ലസ് 5. കോസ് 2 ഒമേഗ ടി പ്ലസ് 5. മക്കളെ വളരെ സിമ്പിളായ ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സോ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് പവർ എന്ന് പറയുന്നത്. നമുക്ക് ആവറേജ് പവർ എന്ന് വിളിക്കാം. ആവറേജ് പി ആവറേജ് ഈക്വൽ ടു V0 I0 1/2 ഇൻറ്റു, നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ, കോസ് 5 ഒരു കോൺസ്റ്റന്റ് ആണ്, അവൻ്റെ ആവറേജ് എടുത്താലും സെയിം തന്നെയാണ്. സോ ആവറേജ് വിൽ ബി കോസ് 5 മൈനസ് കോസ് 2 ഒമേഗ ടി പ്ലസ് 5. അതൊരു വേരിയബിൾ ഫംഗ്ഷൻ ആണ്. സോ കോസിൻ്റെ ആവറേജ് വാല്യൂ എന്ന് കൊസൈൻ ഗ്രാഫിൻ്റെ ആവറേജ് എടുത്ത് എന്താണ്? 0 അല്ല, ഒരു പോസിറ്റീവ് നെഗറ്റീവ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ ആവറേജ് എടുത്ത് എന്ത് കിട്ടും? 0 കിട്ടും. സോ കോസ് ഫംഗ്ഷൻ്റെ ആവറേജ് എന്താണ്? 0 ആണ്. സോ വിട്ടേക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ മക്കളെ, പരിപാടി തീർന്നിരിക്കുന്നു. അതായത് പി ആവറേജ് വിൽ ബി ഈക്വൽ ടു V0 I0 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എന്ത് വരും? കോസ് 5 എന്ന് വരും. ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതുവാണ്. V0 ബൈ √2 I0 ബൈ √2 ഇൻറ്റു കോസ് 5. V0 ബൈ √2 ഇൻറ്റു I0 ബൈ √2 ഇൻറ്റു കോസ് 5. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയമില്ലാലോ? അന്തസായി മനസ്സിലായില്ലടാ? എല്ലാവർക്കും അന്തസായി മനസ്സിലായില്ല? ഇനി ശ്രദ്ധിക്കടാ. സോ പി ആവറേജ് വിൽ ബി ഈക്വൽ ടു V0 ബൈ √2 എന്താണ്? VRMS ആണ്. സോ VRMS ഇൻറ്റു IRMS ഇൻറ്റു എന്ത് വരും? കോസ് 5 എന്ന് കിട്ടും. ഇതാണ് ആവറേജ് വാല്യൂ ഓഫ് പവർ ഓഫ് സീരീസ് LCR സർക്യൂട്ട്. ഒരു സീരീസ് LCR സർക്യൂട്ടിന് ആവറേജ് പവർ എന്താണ്? VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് 5 ആയിരിക്കും. സെറ്റ്. ഇതിൽ നമുക്ക് ബാക്കിയുള്ളതിൻ്റെ എല്ലാത്തിനെയും കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കടാ. ഒരു ഇൻഡക്റ്റീവ് ആണെങ്കിലോ, ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിലോ,
കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിലോ അവിടെയുള്ള ഫേസ് ഡിഫറൻസ് ഫൈ എത്രയായിരിക്കും? മക്കൾ എല്ലാവരും പറയണം, ഫേസ് ഡിഫറൻസ് ഫൈ എത്രയായിരിക്കും? ഇൻഡക്റ്റീവിൽ കറണ്ട് ലാഗ് ചെയ്യുകയാണ്, കപ്പാസിറ്റീവിൽ കറണ്ട് എന്താണ് ലീഡ് ചെയ്യുകയാണ്. രണ്ടും സംഭവിക്കുന്ന ഫേസ് ഡിഫറൻസ് എത്രയാണ്? 90 ഡിഗ്രിയിലല്ലേ? ആ ഒരു പ്യുവർലി ഇൻഡക്റ്റർ സർക്യൂട്ടിൽ എന്താണ്, ഇൻഡക്റ്റീവ് സർക്യൂട്ടിനകത്ത് കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യുകയാണ്, കപ്പാസിറ്റീവ് സർക്യൂട്ടിനകത്ത് കറണ്ട് 90 ഡിഗ്രി ലീഡ് ചെയ്യുകയാണ്, എല്ലാവർക്കും അറിയാം. സോ ഫേസ് ഡിഫറൻസ് എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ പി ആവറേജ് ഈക്വൽ ടു VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് 90. കോസ് 90 എന്താണ്? 0 ആണ്. സോ ആവറേജ് പവർ ഈക്വൽ എന്താണ്? 0 ആണ്. ഒരു ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും ആവറേജ് പവർ എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. അടുത്ത റെസിസ്റ്ററിൻ്റെ കേസ്. ഒരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ നമുക്കറിയാം അവിടെ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണ്. ഫൈയുടെ വാല്യൂ 0 ഡിഗ്രിയാണ്. സോ പി ആവറേജ് ഈക്വൽ എന്ത് വരും? VRMS ഇൻറ്റു IRMS. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായോ? ഒരു തരി സംശയമില്ലാതെ അന്തസ്സായി എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? സെറ്റ് അല്ലടാ? സെറ്റ് ആണെങ്കിൽ നമുക്കിതാ നമ്മുടെ അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം. ഇത് വൃത്തിയായി ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായെങ്കിൽ അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം. തയ്യാറല്ലേ? റെഡി? ഓക്കെ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ എല്ലാവരും സെറ്റ് മെസ്സേജ് അടുത്തൊരു അടിപൊളി ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്കൊരു അടിപൊളി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യാം. റെഡി? ഹിയർ കംസ് യുവർ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. അടിപൊളി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എ സീരീസ് LCR സർക്യൂട്ട്, റെസിസ്റ്റൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്, ഇൻഡക്റ്റൻസ് നൽകിയിട്ടുണ്ട്, കപ്പാസിറ്റൻസ് നൽകിയിട്ടുണ്ട്. 200 വോൾട്ട് AC സോഴ്സിലോട്ടാണ് കണക്ട് ചെയ്തത്. വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട്? കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട്. ദാറ്റ് മീൻസ് I0 കണ്ടുപിടിക്കണം. എന്താണ് I0 ആണ് കണ്ടുപിടിക്കുക. പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ഓർ എൽസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാലും എന്താണ്? അത് I0 ആണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, റെഡി അല്ലേ? സെറ്റ് അല്ലേ? അടുത്തത് ആവറേജ് പവർ കണ്ടുപിടിക്കണം ഫോർ ദ സർക്യൂട്ട് ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ അറ്റ് റെസൊണൻസ്. സോ റെസൊണൻസ് കണ്ടീഷൻ അവിടെ എടുത്തു പറയുന്നുണ്ട്. വളരെ വളരെ സിമ്പിളാണ്. ആ റെസൊണൻസ് കണ്ടീഷൻ കംപ്ലീറ്റ്ലി അപ്ലിക്കബിൾ ആണ് കേട്ടോ. സോ റെസൊണൻസ് കണ്ടീഷനിലുള്ള ആവറേജ് പവർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. വി ഹാവ് ടു ഫൈൻഡ് ആവറേജ് പവർ അറ്റ് റെസൊണൻസ് കണ്ടീഷനിലുള്ള ആവറേജ് പവർ. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ കപ്പാസിറ്ററിന് അക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കണ്ടുപിടിക്കണം. സോ റെസൊണൻസ് കണ്ടീഷൻ എടുത്തു പറയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മൾ ആ റെസൊണൻസ് കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടാണ് എല്ലാം പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. സോ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് എടുത്ത് എഴുതാം. റെസിസ്റ്റൻസ് എത്രയാണ്? R ഈക്വൽ ടു എത്രയാണ് മക്കളെ? R ഈക്വൽ ടു 20 ഓം ആണ്, 20 ഓം ആണ്. അടുത്തത് എന്താണ്? ഇൻഡക്റ്റൻസ് ഈക്വൽ ടു 2 ഹെൻറി ആണ്. അടുത്തെന്താണ്? കപ്പാസിറ്റൻസ് ഈക്വൽ ടു 50 മൈക്രോ ഫാരഡ് ആണ്. ശരിയല്ലേ? 50 മൈക്രോ ഫാരഡ്. നമ്മളതിനെ ഫാരഡിലോട്ട് മാറ്റുമ്പോൾ 50 ഇൻറ്റു 10⁻⁻6 ഫാരഡിലോട്ട് മാറ്റി. ഇവിടെ എ സിയുടെ വോൾട്ടേജ് ഉണ്ട്. സോ അത് RMS വാല്യൂ ഓഫ് വോൾട്ടേജ്. എപ്പോഴും എ സിയുടെ വോൾട്ടേജോ കറണ്ടോ നൽകിയിട്ടുണ്ടെങ്കിൽ അത് RMS വാല്യൂ തന്നെയാണ്. ഓക്കെ, സോ അത് എത്രയാണ്? 200 വോൾട്ട് ആണ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അടുത്തെന്താണ് പിടിക്കേണ്ടത്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട്. സിമ്പിളാണ്. ഇവിടെ അവർ എടുത്തു പറയുന്നുണ്ട് റെസൊണൻസ് ആണ്. റെസൊണൻസ്. സോ LCR സർക്യൂട്ട് റെസൊണൻസ് കണ്ടീഷനിൽ എന്താ മക്കളെ? അത് XC ഈക്വൽ ടു എന്തായിരിക്കും? XL ആയിരിക്കും. ഇമ്പിഡൻസ് എന്തിന് ഈക്വൽ ആയിരിക്കും? റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? ഇമ്പിഡൻസ് വിൽ ബി ഈക്വൽ ടു റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. സംശയമില്ലാലോടാ? സംശയം വേണ്ട. അങ്ങനെയാണെങ്കിൽ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് എന്തായിരിക്കും? ഒരു സംശയവും വേണ്ട. I0 ഈക്വൽ ആക്ച്വലി V0/Z ആണ് വരിക. ഇവിടെ Z-ൻ്റെ വാല്യൂ R-ന് ഈക്വൽ ആണ്. സോ V0 എന്ത് വരും? R എന്ന് വരും. സോ I0 ഈക്വൽ ടു V0/R. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയമില്ലാലോ? അന്തസ്സായി മനസ്സിലായില്ലടാ? അന്തസ്സായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. V0 നൽകിയിട്ടുണ്ടോ? ഇല്ല. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് V0. നമുക്കറിയാം. നമുക്കറിയുന്ന കാര്യമാണ്. എവിടെ എൻ്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കടാ. VRMS ഈക്വൽ ടു എന്താണ്? V0/√2 ആണ്. അങ്ങനെയാണെങ്കിൽ V0 ഈക്വൽ എന്ത് വരും? VRMS ഇൻറ്റു √2 എന്ന് വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 200√2 എന്ന് കിട്ടും. എന്താണ്? 200√2 എന്ന് കിട്ടും. ഇതാണ് V0, 200√2. ഇനി ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കടാ. I0 കണ്ടുപിടിക്കാലോ. സോ I0 ഈക്വൽ ടു 200√2 ഡിവൈഡഡ് ബൈ R എത്രയാണ്? 20 ആണ്. 20 ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? വെട്ടിക്കളയാം. പോയി 10. സോ 10√2 എന്ന് വരും. സോ I0 ഈക്വൽ ടു 10√2 10 ഇൻറ്റു 1.414 വിച്ച് വിൽ ബി ഈക്വൽ ടു 14.14 ആംപിയർ. സോ എത്രയാണ് I0 കിട്ടിയത്? 14.14 ആംപിയർ എന്ന് കിട്ടി. 14.14 ആംപിയർ. ക്ലിയർ അല്ലേ? ഇതാണ് A ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ആൻസർ ഫോർ A ക്വസ്റ്റ്യൻ ആൻസർ. അവിടെ ഒരു B ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്താ B ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു വെച്ചാൽ ശ്രദ്ധിക്കണം. B ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആവറേജ് പവർ കണ്ടുപിടിക്കണം. റെസൊണൻസ് കണ്ടീഷനിലുള്ള ആവറേജ് പവർ എന്താണ്? അതൊരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ റെസിസ്റ്റീവ് സർക്യൂട്ടിന് ആവറേജ് പവർ പോരെ. സോ P ആവറേജ് ഈക്വൽ എന്ത് വരും? VRMS ഇൻറ്റു IRMS. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഒരു LCR സർക്യൂട്ട് റെസൊണൻസ് കണ്ടീഷനിൽ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. സോ അതിൻ്റെ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ VRMS ഇൻറ്റു IRMS ആണ്, മറക്കരുത്. സോ P ആവറേജ് ഈക്വൽ ടു VRMS എത്രയാണ്? VRMS ഈക്വൽ ടു 200 ആണ്. 200. IRMS എത്രയാണ്?
IRMS സിമ്പിളാണ്. I നോട്ട് ഉണ്ടെങ്കിൽ IRMS കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? യെസ്, I നോട്ട് ബൈ √2 ആണ്, ശരിയല്ലേ? യെസ്, I നോട്ട് ബൈ √2. റെഡി. I നോട്ട് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടോടാ നമ്മൾ? ഇല്ല. യെസ്, നമുക്ക് I നോട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് I നോട്ടല്ല ആവശ്യം, നമുക്ക് എന്താണ് IRMS ആണ് വേണ്ടത്. ശ്രദ്ധിക്കടാ. സോ IRMS ഈക്വൽ ടു എങ്ങനെ വേണമെങ്കിൽ VRMS ഡിവൈഡഡ് ബൈ എന്ത് എഴുതിയാൽ മതി? R എഴുതിയാൽ മതി. സോ IRMS ഈക്വൽ ടു VRMS എത്രയാണ്? VRMS ഈക്വൽ ടു ഇപ്പോൾ കണ്ടുപിടിച്ചു. √200 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? 20. കിട്ടി. ഇത് വളരെ സിമ്പിൾ അല്ലേ? ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. സോ IRMS ഈക്വൽ എത്ര വരും? 10 ആംപിയർ എന്ന് കിട്ടും. സോ IRMSും കിട്ടി. ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ, എല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോടാ, എല്ലാം ഉണ്ട്. സോ ആവറേജ് പവർ ഈക്വൽ ടു ഇത് എത്രയാണ്? 10. സോ എത്ര വരും? 2000 വാട്ട് എന്ന് കിട്ടും. 2000 വാട്ട്. അടിപൊളിയായിട്ട് ഇത്രയും കാര്യം മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒരു സെറ്റ് മെസ്സേജ് ഇടാവോ? ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു സെറ്റ് മെസ്സേജ് ഇടാവോ? ബി ക്വസ്റ്റ്യൻ വരെ മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു സെറ്റ് മെസ്സേജ് ഇടാവോ? എല്ലാവരും എനിക്ക് ചാറ്റ് ബോക്സിൽ ഒരു സെറ്റ് മെസ്സേജ് ഇടാവോ? ഇടണം. റൈറ്റ്. അടുത്ത സി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എക്രോസ് ദ കപ്പാസിറ്ററിന് എക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് സി ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ കപ്പാസിറ്ററിന് എക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് VC കണ്ടുപിടിക്കാം. VC ഈക്വൽ എന്താണ്? IRMS ഇൻറ്റു XC, ശരിയല്ലേ? IRMS ഇൻറ്റു XC. IRMS നമുക്കറിയാം, അതെത്രയാണ്? IRMS നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, അത് 10 ആണ്. പക്ഷേ XC അറിയില്ല. XCയുടെ ഫോമുല എന്താണ്? XC ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ C ഒമേഗ അറിയില്ല. സോ XC ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ C ഇൻറ്റു 2πf. എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഫ്രീക്വൻസി ഉണ്ടോ? ഫ്രീക്വൻസി എന്തെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടോ? ഇവിടെ റെസൊണൻസ് കണ്ടീഷൻ അല്ലേ? സോ റെസൊണൻസ് ഫ്രീക്വൻസി അല്ലേ? സോ F ഈക്വൽ എന്താണ്? 1 ഡിവൈഡഡ് ബൈ 2π√LC എന്ന് വരും. സോ F ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു √ ഇൻഡക്റ്റൻസ് എത്രയാണ്? മക്കളെ? 2 ആണ്. സോ 2 ഇൻറ്റു കപ്പാസിറ്റൻസ് എത്രയാണ്? കപ്പാസിറ്റൻസ് ഈക്വൽ ടു 50 ഇൻറ്റു 10⁻⁻6 ആണ്. സോ 50 ഇൻറ്റു 10⁻⁻6. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു √ 100 ഇൻറ്റു 10⁻⁻6 എന്ന് വെച്ചാൽ 10⁻⁻4. 10⁻⁻4 റൂട്ട് എടുത്താൽ 10⁻². അത് മുകളിലോട്ട് പോകുമ്പോൾ 10². സോ ഇത് 100 ഡിവൈഡഡ് ബൈ 2π. സോ വെട്ടിക്കളഞ്ഞാൽ 50. സോ 50 ഡിവൈഡ് ബൈ π. സോ ഫ്രീക്വൻസി ഈക്വൽ ടു 50 ഡിവൈഡ് ബൈ π ഹേർട്സ്. മക്കളെ ഇതൊക്കെ എല്ലാം കിട്ടുന്നത് നോക്കി കേട്ടാ. സോ ഫ്രീക്വൻസി എത്ര കിട്ടി? 50 ഡിവൈഡ് ബൈ π ഹേർട്സ് എന്ന് നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഫ്രീക്വൻസി കിട്ടി. ഇനി ഇതെടുത്ത് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കടാ. VC ഈക്വൽ ടു IRMS ഇൻറ്റു XC ആണ്. IRMS എത്രയാണ്? 10 ആണ്. സോ 10 ഇൻറ്റു XC എത്രയാണ്? 1/C ഒമേഗയാണ്. 1/C ഇൻറ്റു 2πf. 1/C എത്രയാണ്? 50 ഇൻറ്റു 10⁻⁻6. സോ 50 ഇൻറ്റു 10⁻⁻6 C ഒമേഗ. അപ്പോൾ 2π ഇൻറ്റു F എത്രയാണ്? F കിട്ടി 50/π. 50 ഡിവൈഡ് ബൈ π. അടിപൊളിയായിട്ട് മനസ്സിലാവും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, വേറെ ഒന്നുമില്ലടാ. ഇവിടെയൊക്കെ ക്യാൻസൽ ചെയ്യാം. പയ്യും ഒക്കെ വെട്ടിക്കളഞ്ഞു. സോ എന്ത് വരുടാ? VC ഈക്വൽ ടു 10 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 2 100 ഇൻറ്റു 10⁻⁻6 10⁻⁻4. സോ 10⁻⁻4 ഇൻറ്റു എന്ത് വരും? 50 എന്ന് വരും. 10⁻⁻4 ഇൻറ്റു 50 എന്ന് വരും. റെഡി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നോക്കടാ, 50 വെട്ടിക്കളഞ്ഞ 5 എന്ന് വരും. അടിപൊളി. സോ VC ഈക്വൽ 10⁻⁻4 മുകളിൽ പോകുമ്പോൾ 10,000 ഡിവൈഡ് ബൈ 5. സോ VC ഈക്വൽ 10,000 ഡിവൈഡ് ബൈ 5 എത്രയാണ്? വെട്ട് 2 തവണ. സോ 2000 എന്ന് കിട്ടി. ദാറ്റ്സ് ഇറ്റ്. 2000 വോൾട്ട്. കിട്ടിയോ മക്കളെ? കിട്ടിയോ? അടിപൊളി ചോദ്യമല്ലേ? കിണ്ണം കാച്ചിയ ചോദ്യമല്ലേ മക്കളെ? വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ അടിപൊളിയായി കണ്ടുപിടിച്ചോ? സെറ്റാണോ? മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒരു ഫയർ ഇമോജി ഇടുക. എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. നമുക്ക് ഒട്ടനവധി ചോദ്യങ്ങൾ ചെയ്യാൻ കിടക്കും. നിങ്ങൾ സെറ്റാണെങ്കിൽ ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ അടുത്തതിലോട്ട് കിടക്കാം. ഇനിയും ഒട്ടനവധി ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിതാ കാത്തു വെച്ചിട്ടുണ്ട്. റൈറ്റ്, സെറ്റ്. ആംപ്ലിറ്റ്യൂഡ് എന്നവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് എന്ന് പറഞ്ഞാൽ അത് I0 ആണ്. അതായത് കറണ്ട് ഫേസേഴ്സ് എടുത്തു കഴിഞ്ഞു വെച്ചാൽ അതിൻ്റെ നീളം അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന I0 ആണ്. Y കമ്പോണൻ്റ് ആണെങ്കിൽ നമുക്കതിന് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കിട്ടും. നമ്മളിതൊക്കെ ഫേസർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് കേട്ടോ അനിയന്മാരെ. റൈറ്റ്, ഓക്കെ. അടുത്ത ചോദ്യത്തിലോട്ട് കൊടുക്കാം. ശ്രദ്ധിക്കണം. അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ കപ്പാസിറ്റർ ആൻഡ് എ ഇൻഡക്ടർ ആർ കണക്റ്റഡ് ഇൻ 2 ഡിഫറെൻറ്റ് AC സർക്യൂട്ട്
വിത്ത് എ ബൾബ് ഗ്ലോയിങ് ഈച്ച് സർക്യൂട്ട്. ദ ബൾബ് ഗ്ലോ ആർ മോർ ബ്രൈറ്റ്ലി വെൻ. എപ്പോഴാണ് ബൾബിൻ്റെ പ്രകാശം കൂടുതലായിരിക്കുക എന്നാണ് ചോദ്യം. നോക്കടാ, ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ ഇൻഡക്ടർ ഇൻക്രീസസ്. ശരിയാണോ? ഇൻഡക്ടറിലെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്താൽ ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കൂടുമോ? ഇൻഡക്ടറിലെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻഡക്റ്റൻസ് കൂടും. സോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടും, ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കുറയും. അതല്ല, അടുത്തത് പി എന്താണ് പറയുന്നത്? ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ ഈസ് ഇൻക്രീസ്ഡ്. സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്. സി ഈക്വൽ ടു എ എപ്സിലോൺ 0/d. സോ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ ഇൻക്രീസ് ചെയ്താൽ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? കുറയും. കപ്പാസിറ്റൻസ് കുറഞ്ഞാൽ നിങ്ങൾക്കറിയാം എക്സ് സി ഈക്വൽ ടു എന്താടാ? എക്സ് സി ഈക്വൽ ടു 1/c ഒമേഗയാണ്. സോ കപ്പാസിറ്റൻസ് കുറഞ്ഞാൽ എക്സ് സി കൂടും. എക്സ് സി കൂടിയാൽ കറണ്ട് കുറയും, ബ്രൈറ്റ്നസ് കുറയും. കണക്ട് ചെയ്ത് പഠിക്കാൻ മനസ്സിലാവുന്നുണ്ടോ? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും, ബ്രൈറ്റ്നസ് കുറയും. സോ അതല്ല. അടുത്ത നെക്സ്റ്റ് വൺ സി. സി എന്താണ്? അയൺ റോഡ് ഈസ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ ഇൻഡക്ടർ. ഇൻഡക്ടറിൽ അയൺ റോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഇൻഡക്റ്റൻസ് കൂടും. സോ എക്സൽ കൂടും. എക്സൽ കൂടിയാൽ കറണ്ട് കുറയും. സോ ബ്രൈറ്റ്നസ് കുറയും. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? കാര്യം മനസ്സിലായോ? അവസാനത്തെ ഡി ആണോ നമുക്ക് വെരിഫൈ ചെയ്യാം. ബാക്കിയൊക്കെ തെറ്റാണ്. എ ഡയലക്ട്രിക് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ. ആ ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ സി ഈക്വൾ നമുക്കറിയാം കെ എ എപ്സിലോൺ 0/d. സോ കെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്താണ്? കപ്പാസിറ്റൻസ് കൂടും. നമുക്കറിയാം എക്സ് സി ഈക്വൽ ടു 1/c ഒമേഗയാണ്. കപ്പാസിറ്റൻസ് കൂടിയാൽ എക്സ് സി കുറയും. എക്സ് സി കുറഞ്ഞാൽ കറണ്ട് കൂടും, അപ്പോൾ ബ്രൈറ്റ്നസ് കൂടും. അടിപൊളിയല്ലേ? സോ ഓപ്ഷൻ ഡി ഈസ് അവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണെന്തെന്ന് പറയുക ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അടിപൊളിയായി മനസ്സിലായില്ലേ? അന്തസ്സായി മനസ്സിലായോ എൻ്റെ മക്കൾക്ക്? ക്രിസ്റ്റൽ ക്ലിയർ അല്ലടാ? സെറ്റ് അല്ലേ? റെഡി? ഓക്കെ ആണോ മക്കളെ? ക്രിസ്റ്റൽ ക്ലിയർ ആണോ മക്കളെ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയടാ. റെഡി ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറ. റെഡി എങ്കിൽ അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റിനിലൂടെ കിടക്കുവാണ്. ശ്രദ്ധിക്കണം. അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പ്യുവർ ഇൻഡക്ടർ ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു പ്യുവർ ഇൻഡക്ടർ ഉണ്ട്. അതിൻ്റെ ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട് എത്രയാണ്? 318 മില്ലി ഹെൻറി ആണ്. റെസിസ്റ്റർ ഉണ്ട് 75 ഓം ആണ്. സോഴ്സ് വോൾട്ടേജ് എത്രയാണ്? 50 ഹെർട്സ് ആണ്. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എത്രയാണ്? 150 വോൾട്ട് ആണ്. എങ്കിൽ ദ സോഴ്സ് വോൾട്ടേജ് ഈസ് ഡാഷ്. ഇൻഡക്ടർ, റെസിസ്റ്റർ, ദ വോൾട്ടേജ് അക്രോസ് ദ ഓക്കെ ഫൈൻ. സോഴ്സ് വോൾട്ടേജ് കണ്ടുപിടിക്കണം. നിസ്സാരമാണ്. വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് സോഴ്സ് വോൾട്ടേജ് കണ്ടുപിടിക്കാം. ഒന്ന് സെറ്റായിട്ട് ഇരുന്നാൽ മാത്രം മതി. നിസ്സാരമാണ്. ഗിവൺ ഡാറ്റാസ് ഒന്ന് എഴുതാം. നോക്കാം നമുക്ക്. ഇൻഡക്റ്റൻസ് ഈക്വൽ ടു 318 മില്ലി ഹെൻറി. ഹെൻറിയിലോട്ട് മാറ്റാൻ 318 × 10⁻³ ഹെൻറി. അത് മനസ്സിലായി. റെസിസ്റ്റൻസ് എത്രയാണ്? 75 ഓം ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി തന്നിട്ട് എത്രയാണ്? 50 ഹെർട്സ് ആണ്. പിന്നെന്താണ്? വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ. സോ വി എൽ തന്നിട്ട് എത്രയാണ്? 75 ഓം ആണ്. നമുക്ക് വോൾട്ടേജ്, സോഴ്സ് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കുന്നത്. നിസ്സാരമായി കണ്ടുപിടിക്കാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. എന്താണ്? വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, ഇത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ആണ്. വി ആർ ഈക്വൽ ടു 75 ഓം. നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി എൽ കണ്ടുപിടിക്കണം. വി എൽ ഈക്വൽ ടു എന്താ മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം ഐ ഇൻറ്റു എന്താണ്? എക്സ് എൽ എന്ന് കിട്ടും. ഐ ഇൻറ്റു എക്സ് എൽ. റൈറ്റ്. സോ ആദ്യം കറണ്ട് കണ്ടുപിടിക്കാം. സോ ഐ ഈക്വൽ ടു എന്താണ്? വി ആർ ഡിവൈഡ് ബൈ ആർ ചെയ്താൽ മതി. വി ബൈ ആർ അല്ലേ? സോ ഐ ഈക്വൽ ടു എത്രയാണ്? വി ആർ എത്രയാണ്? വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ 75 ആണ്. സോ 75 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? അതും 70. സോറി, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ 150 ആണടാ. സോറി, ഇവിടെ ഞാൻ 75 എഴുതിയിരിക്കുന്നത്. ഇത് മാറ്റി 150 ആണ്. 150 വോൾട്ട്. ഓക്കെ. സോ 150 ഡിവൈഡ് ബൈ എന്ത് വരും? 75. സോ ഐ ഈക്വൽ എത്ര വരും? 2 ആംപിയർ. കറണ്ട് എത്ര കിട്ടി? 2 ആംപിയർ കിട്ടി. സോ വി എൽ വിൽ ബി ഈക്വൽ ടു കറണ്ട് 2 ആംപിയർ ആണ്. എക്സ് എൽ എന്താണ്? എൽ ഒമേഗയാണ്. സോ വി എൽ വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു ഇൻഡക്റ്റൻസ് എത്രയാണ്? 318 × 10⁻³ സോ 318 × 10⁻³ ഒമേഗയ്ക്ക് വരും 2πf കൊടുക്കാം. 2π ഇൻറ്റു എന്ത് വരും? 50 എന്ന് വരും. സോ വി എൽ എത്രയാണ് മക്കളെ കിട്ടുക? എല്ലാവരും പറഞ്ഞേ വി എൽ എത്ര കിട്ടിയാൽ നോക്കണം. 2 × 318. ഓക്കെ റൈറ്റ് ഫൈൻ. സോ 2 × 318 × 10⁻³ ഇൻറ്റു എന്ത് വരും? 100π എന്ന് വരും. റെഡി? ഇൻറ്റു 100π. സെറ്റ് അല്ല? ഇത്രയും കാര്യം ഓക്കെ അല്ലടാ? റെഡി. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിക്കേ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഐ തിങ്ക് 200 വോൾട്ടാണ് വരിക. 200 വോൾട്ടാണ് എന്ത് വരിക? ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ആൻസർ എത്ര കിട്ടാം? 200 വോൾട്ട്. സോ വി എൽ കിട്ടി. ഇനി സോഴ്സ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നിസ്സാരമാണ്. വി ഈക്വൽ ടു √VR² പ്ലസ് VL² ആണ്. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു √VR എത്രയാണ്? 150. സോ 150² പ്ലസ് 200². 150² പ്ലസ് 200² എത്രയാണ്? 250 വോൾട്ട് ആണ്. സോ ആൻസർ ഈസ് 250 വോൾട്ട്.
ഉത്തരം എത്രയാണ്? 250 വോൾട്ട്. സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടേ. ഒന്ന് പ്രോബ്ലം ചെയ്യാനുള്ള സമയമില്ല. സോ ഓൾറെഡി വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഞാൻ ആൻസർ പറയുന്നു. റെഡി? അടുത്ത ചോദ്യത്തിലൂടെ അടക്കാം. 2 കാര്യങ്ങൾ മാത്രമേ ഇനി പഠിക്കാനുള്ളൂ. ജസ്റ്റ് ഇംപിഡൻസിൻ്റെ ഡെറിവേഷനും ട്രാൻസ്ഫോമറും കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. നിസ്സാരമായി തന്നെ പഠിപ്പിക്കാം. റെഡി? ഫൈൻ. ശ്രദ്ധിക്കണം. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇംപിഡൻസ് ഓഫ് ദ LCR സർക്യൂട്ട്. സീരീസ് LCR സർക്യൂട്ടിൻ്റെ ഇംപിഡൻസ് പഠിക്കാം. ഫേസർ ഡയഗ്രാം സൊല്യൂഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. സോ സീരീസ് LCR സർക്യൂട്ട് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത സർക്യൂട്ടാണ് സീരീസ് LCR സർക്യൂട്ട് എന്ന് പറയുന്നത്. ഫേസർ ഡയഗ്രാം സൊല്യൂഷൻ ആണ്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് V ഈക്വൽ എന്താണ്? V0 sin ഒമേഗ ടി ആണ്. കറണ്ട് എന്താണ്? I0 sin ഒമേഗ ടി പ്ലസ് ഫൈ ആണ് എന്ത് പറയുക? കറണ്ട് എന്ന് പറയുക. റൈറ്റ്? ഇക്വേഷൻ 1 and 2. ഇനി പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ. റെസിസ്റ്ററിന് അക്രോസ് ആയ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്തായിരിക്കും മക്കളെ? VR0 ആണ്. അത് I0 R ആണ്. ഓക്കെ. സോ അതുപോലെ തന്നെ ഇൻഡക്ടറിന് അക്രോസ് ആണെങ്കിലോ ഇൻഡക്ടറിന് അക്രോസ് VL0 ആണ്. അവിടെയുള്ള ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ XL ആണ്. സോ I0 XL. അടുത്ത കപ്പാസിറ്ററിന് അക്രോസ് ആണെങ്കിലോ മക്കളെ ശ്രദ്ധിച്ചടാ. സോ VC0 ആണ്. വിച്ച് വിൽ ബി ഈക്വൽ I0 XC എന്ന് വരും. ഇക്വേഷൻ നമ്പർ 3 ആണ്. ഇക്വേഷൻ നമ്പർ 4 ആണ്. ഇക്വേഷൻ നമ്പർ 5 ആണ്. ഇനി ആ ഫേസർ ഡയഗ്രാം സൊല്യൂഷനിൽ ഒരു എഫക്റ്റീവ് ഫേസർ ഡയഗ്രാം ആണ് കാണാൻ പറ്റുന്നത്. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ കറണ്ടിന് എന്താണ്? സെയിം ഫേസിലായിരിക്കും. അറിയാലോ നിങ്ങൾക്ക്. ഒരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലാണ്. സോ VRും Iയും എന്താണ്? സെയിം ഫേസിലാണ്. കപ്പാസിറ്ററിൻ്റെ കേസിൽ എന്താണ്? കറണ്ട് ലീഡ് ചെയ്യുക, വോൾട്ടേജ് പുറകിലാണ്. അതാ കറണ്ട് മുന്നിലാണ്, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ പുറകിലാണ്. ഇൻഡക്ടറിൻ്റെ കേസിൽ എന്താണ്? കറണ്ട് പുറകിലാണ്, വോൾട്ടേജ് ലീഡിങ്. എന്താ? വോൾട്ടേജ് പുറകിൽ, കറണ്ട്. സോ ഇവ മൂന്നിൻ്റെയും കമ്പൈൻഡ് ഫേസർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനകത്ത് ഒരു കണ്ടീഷൻ കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. VC ഈസ് ഗ്രേറ്റർ ദാൻ VL ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. റൈറ്റ്? ഇനി അടുത്തൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ശ്രദ്ധിക്കണം. ഈ ഫേസറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇതിൻ്റെ നീളം എന്തായിരിക്കും? അത് VC0 ഈക്വൽ ആയിരിക്കും. ഇവൻ്റെ നീളം എന്തായിരിക്കും? അത് VL0 ഈക്വൽ ആയിരിക്കും. ഇവൻ്റെ നീളം എന്തായിരിക്കും? യെസ്, അത് VR0 ഈക്വൽ ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയേണ്ടതാണ് കേട്ടോ. പിന്നെ അടുത്ത സ്റ്റെപ്പിനകത്ത് ഈ 2 വെക്റ്റേഴ്സ് നമുക്കറിയാം. ഇവിടെ വെക്റ്റേഴ്സ് ആക്കിയിട്ടാണ് വോൾട്ടേജ് എന്ന് പറയുന്ന സ്കെയിലാർ ക്വാണ്ടിറ്റിയെ വെക്റ്റർ ആക്കിയിട്ട് അവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ 2 വെക്റ്റേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ആഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ആഡ് ചെയ്യുന്ന സമയത്ത് മാഗ്നിറ്റ്യൂഡുകൾ കുറച്ച് വലുതിൻ്റെ ഡയറക്ഷൻ ഇടുക. സോ മാഗ്നിറ്റ്യൂഡുകൾ കുറച്ച് വലുതിൻ്റെ ഡയറക്ഷൻ ഇട്ട് നോക്കടാ. സോ ഇതാണ് എന്ത് പറയുക? VC0 മൈനസ് VL0 എന്ന് പറയുക. VC0 മൈനസ് VL0. സോ അത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടൻ്റ് ആണ് ഈ കാണുന്നത്. VR ഇതാ കാണുന്നു. സോ ഇവ രണ്ടിൻ്റെയും സമ്മാണ് എന്ത് പറയുക? V എന്ന് പറയുന്ന റിസൾട്ടൻ്റ് വോൾട്ടേജ് എന്ന് പറയുക. അതിൻ്റെ നീളം അഥവാ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? V0 ആണ്. ക്രിസ്റ്റൽ ക്ലിയർ. പിന്നെ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ മനസ്സിലാക്കി. ഇതാണ് ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ട്രയാങ്കിൾ നിങ്ങൾ മനസ്സിലാക്കണം. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇംപിഡൻസ് ട്രയാങ്കിൾ ഉണ്ടാക്കുക. സോ അതിലോട്ട് കിടക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം. സോ ഈ ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് എന്താണ്? V0 ആണ്. സോ V0 സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? VR0. ശ്രദ്ധിക്കുക, VR0 സ്ക്വയർ പ്ലസ് എന്താണ് ഓൾട്ടിറ്റ്യൂഡ്? VC0 മൈനസ് VL0 ഹോൾ സ്ക്വയർ. അപ്പോൾ V0 ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് VR0 സ്ക്വയർ പ്ലസ് VC0 മൈനസ് VL0 ഹോൾ സ്ക്വയർ. സോ V0 ഈക്വൽ ടു റൂട്ട് ഓഫ് VR0 പകരം എന്ത് കൊടുക്കാം? I0R ഹോൾ സ്ക്വയർ പ്ലസ് VC0 പകരം I0 XC മൈനസ് I0 XL ഹോൾ സ്ക്വയർ. I0 കോമൺലി പുറത്തെടുക്കുവാണ്. സോ I0 ഇൻറ്റു എന്ത് വരും? R സ്ക്വയർ പ്ലസ് XC മൈനസ് XL ഹോൾ സ്ക്വയർ. സോ V0 ബൈ I0 ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC മൈനസ് XL ഹോൾ സ്ക്വയർ. V0 ബൈ I0 എന്താ മക്കളെ? അതാണ് ഒപ്പോസിഷൻ. ഇവിടെ അതിന് എന്താണ് വിളിക്കുക? ഇവിടെ അതിനെ വിളിക്കുന്ന പേര് ഇംപിഡൻസ് എന്നാണ്. എന്താണ്? ഇംപിഡൻസ്. സോ Z ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC മൈനസ് XL ഹോൾ സ്ക്വയർ. നിങ്ങൾക്കറിയണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇംപിഡൻസിൻ്റെ ഡെറിവേഷൻ പരീക്ഷാ പേപ്പറിൽ കാണാൻ സാധ്യതയുണ്ട്. പഠിക്കേണ്ടതാണ് കേട്ടോ. ദിസ് ഈസ് ദ effective opposition offered by an LCR circuit to the alternating current. അതിനെയാണ് എന്ത് വിളിക്കുക? ഇംപിഡൻസ് എന്ന് വിളിക്കുക. പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്? ഓക്കെ. ഇംപിഡൻസിൻ്റെ ഒരു ട്രയാങ്കിൾ കൂടി മനസ്സിലാക്കിക്കോ. ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വളരെ ലളിതമാണ്. നോക്കടാ. Z ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC മൈനസ് XL ഹോൾ സ്ക്വയർ. ഇത് തന്നെ കണ്ടുപിടിക്കാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ Z സ്ക്വയർ ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് XC മൈനസ് XL ഹോൾ സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നോക്കിക്കേ, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ Z ആണ്, ബേസ് എന്ന് പറഞ്ഞാൽ R, ഓൾട്ടിറ്റ്യൂഡ് XC മൈനസ് XL. ഫൈ കണ്ടുപിടിക്കാം. സോ ടാൻ ഫൈ ഈക്വൽ ടു എന്ത് വരും? XC മൈനസ് XL ഡിവൈഡഡ് ബൈ R എന്ന് വരും. സോ ഫൈ ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് XC മൈനസ് XL ഡിവൈഡഡ് ബൈ R എന്ന് വരും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇതുകൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോട്ടാ. അടുത്തത്, ആൻ AC സർക്യൂട്ട് ഈസ് അപ്ലൈഡ് വോൾട്ടേജ് ഓഫ് റിസൾട്ട്. ഓക്കെ,
അപ്ലൈഡ് വോൾട്ട് ഈക്വൾ ഇ നോട്ട് സൈൻ ഒമേഗ ടി ആണ്. ഐ ഈക്വൾ ടു ഐ നോട്ട് സൈൻ ഒമേഗ ടി പ്ലസ് 5/2 ആണ്. ദ ആവറേജ് പവർ കൺസ്യൂംഡ് ബൈ ദ സർക്യൂട്ട്. നിസ്സാരമാണ് മക്കളെ. ഇവിടെ വോൾട്ടേജിൻ്റെ ഫേസ് ഡിഫറൻസ് ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? വോൾട്ടേജിൻ്റെ ഒമേഗ ടി ആണ്, കറണ്ടിൻ്റെ ഒമേഗ ടി പ്ലസ് 5/2 ആണ്. അഥവാ ഫേസ് ഡിഫറൻസ് എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആണെങ്കിൽ ആവറേജ് പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് പവർ ഈക്വൽ ടു VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ ആണ്. ഫൈ 90 ഡിഗ്രി ആണെങ്കിൽ VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് 90. കോസ് 90 എത്രയാണ്? 0 ആണ്. സോ ആവറേജ് പവർ വിൽ ബി ഈക്വൽ ടു 0. സോ ഓപ്ഷൻ ഡി ഈസ് അവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണെന്ന് പറയുക, ശരിയായ ഉത്തരം എന്ന് പറയുക. വൃത്തിയായി മനസ്സിലായി വിചാരിക്കുന്നു. ലാസ്റ്റ് 2 ടോപ്പിക്കാണ്. അതിൽ ഒന്നാമത്തെ വർക്കിംഗ് ഓഫ് ദ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ എല്ലാവർക്കും അറിയാം. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുക. 2 തരം ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടാനും, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറയ്ക്കാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയേണ്ടതാണ്. അടുത്തൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതെന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ട്രാൻസ്ഫോമർ നോക്കണം, ഞാൻ 2 ക്ലാസിഫിക്കേഷൻ ഇവിടെ കാണിച്ചു തരാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, റൈറ്റ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജിനെ കൂടുതലായിരിക്കും. സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസിനേക്കാളും കൂടുതലായിരിക്കും. കറണ്ട് പ്രൈമറിയിൽ സെക്കൻഡറിയേക്കാളും കൂടുതലായിരിക്കും. തിക്നെസ് പ്രൈമറിയിൽ സെക്കൻഡറിയേക്കാളും കൂടുതലായിരിക്കും. സിമിലർ വേ സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിലോ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ VP ഈസ് ഗ്രേറ്റർ ദാൻ VS ആയിരിക്കും, NP ഈസ് ഗ്രേറ്റർ ദാൻ NS ആയിരിക്കും. അതുപോലെ തന്നെ IS ഈസ് ഗ്രേറ്റർ ദാൻ IP ആയിരിക്കും. TS ഈസ് ഗ്രേറ്റർ ദാൻ TP ആയിരിക്കും. ഈ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കുക. T എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ദ കോയിൽ ആണ് കേട്ടോ, റൈറ്റ്. അടുത്തത് അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഇവിടെ സംഭവിക്കുക മ്യൂച്വൽ ഇൻഡക്ഷൻ തന്നെയാണ്. ഇവിടെ നമ്മൾ എന്താണ്, ഇവിടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC കൊടുക്കുന്നു. ആ AC ആണ് ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷനിലൂടെ നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതാണ് ഇത് പ്രൈമറി കോയിൽ, ഇത് സെക്കൻഡറി കോയിൽ. ഇതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് NP ആണ്. ഇതിൻ്റെ സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് NS ആണ്. ഇതിൻ്റെ വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജ് VP ആണ്. ഇതിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് VS ആണ്. ഇവിടെയാണ് നമ്മൾ എന്ത് കൊടുക്കുക? ഇൻപുട്ട് കൊടുക്കുക. ഇവിടെയാണ് എന്ത് കൊടുക്കുക? ഔട്ട്പുട്ട് കൊടുക്കുക. റെഡി? അതായത് ഈ പറയുന്ന കോയിലിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് കൊടുക്കുക. സോ AC കൊടുത്താൽ അവിടെ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം ഉണ്ടാവും, മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫ്ലക്സിലെ മാറ്റം മൂലം ഇവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ്? സെക്കൻഡറി കോയിലായിരിക്കും. അതാണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയേണ്ടതാണ്. അവിടെ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ എക്സ്പ്രഷൻ നോക്കണം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പഠിച്ചു. ഈക്വൽ ടു മൈനസ് d∅dt. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടി കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് NP ഇൻറ്റു മൈനസ് d∅dt, NS ഇൻറ്റു മൈനസ് d∅dt, റൈറ്റ്. സോ ഈ പറയുന്ന EMF എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? വോൾട്ടേജിന് ഇക്വലൻ്റ് ആയിരിക്കും. സോ VP ഈക്വൽ ടു മൈനസ് NP ഇൻറ്റു എന്തെഴുതാം? d∅dt. VS ഈക്വൽ ടു മൈനസ് NS ഇൻറ്റു എന്തെഴുതാം? d∅dt. അങ്ങനെയാണെങ്കിൽ VS ബൈ VP ഈക്വൽ എന്ത് വരും? മൈനസ് NS ഇൻറ്റു d∅dt ഹോൾ ഡിവൈഡ് ബൈ മൈനസ് NP ഇൻറ്റു എന്ത് വരും? d∅dt. ക്യാൻസൽ ചെയ്യട്ടടാ. മൈനസും മൈനസും പോയി, d∅dt പോയി. അങ്ങനെയാണെങ്കിൽ VS ബൈ VP ഈക്വൽ എന്ത് വരും? NS ബൈ NP എന്ന് വരും. VS ബൈ VP എന്തിന് ഈക്വൽ ആയിരിക്കും? NS ബൈ NPക്ക് ഈക്വൽ ആയിരിക്കും. പഠിക്കേണ്ടതാണ് കേട്ടോ. അടുത്ത എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നോക്കടാ, ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ ആണ്. സോ ഔട്ട്പുട്ട് പവർ എന്താണ്? VS IS ആണ്. ഇൻപുട്ട് പവർ എന്താണ്? VP IP. കാരണം നമുക്കറിയാം പവർ ഈക്വൽ ടു VI അല്ലേ. ഔട്ട്പുട്ട് ലഭിക്കുന്നത് സെക്കൻഡറിയിലായതുകൊണ്ട് VS IS, ഇൻപുട്ട് കൊടുക്കുന്ന പ്രൈമറിയിലായതുകൊണ്ട് VP IP. ക്ലിയർ അല്ലേ? സപ്പോസ് എഫിഷ്യൻസി 100% ആണെങ്കിൽ ഈറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ 1 ഈക്വൽ ടു VS IS ഡിവൈഡഡ് ബൈ VP IP എന്ന് വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു VP IP വിൽ ബി ഈക്വൽ ടു VS IS. സോ അങ്ങനെയാണെങ്കിൽ VS ബൈ VP ഈക്വൽ എന്ത് വരും? IP ബൈ IS എന്ന് വരും. അതെന്തിന് ഈക്വലാണ്? NS ബൈ NPക്ക് ഈക്വലാണ്. ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പരീക്ഷകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് അറിയേണ്ടതാണ്. സെറ്റ്. അടിപൊളിയായിട്ട് മനസ്സിലായില്ലടാ. ഇനി ഒരേ ഒരു കാര്യം കൂടി ട്രാൻസ്ഫോമറിൽ പഠിക്കാനുണ്ട്. അതാണ് എനർജി ലോസ് ഇൻ ട്രാൻസ്ഫോമർ. ഫസ്റ്റ് വൺ, ഫ്ലക്സ് ലീക്കേജ്. പ്രൈമറിയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അതുപോലെ തന്നെ സെക്കൻഡറിയിലോട്ട് പോവാതിരിക്കുന്ന കേസിനെയാണ് ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയുക. അതിന് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പ്രൈമറി വൈൻഡിങ്സും സെക്കൻഡറി വൈൻഡിങ്സും ഓവർലാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലക്സ് ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത കോപ്പർ ലോസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഈ പറഞ്ഞ കോപ്പർ വയേഴ്സിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്ത് എനർജി ലോസ് സംഭവിക്കുന്നതിനെയാണ് കോപ്പർ ലോസ് എന്ന് പറയുക. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി തിക്ക് കോപ്പർ വയേഴ്സ് യൂസ് ചെയ്താൽ മതി. അടുത്ത എഡ്ഡി കറണ്ട് ലോസ്. എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അൺവാണ്ടഡ് കറണ്ട് ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂലം ഹീറ്റ് ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കോർ ലാമിനേറ്റ് ചെയ്യുകയാണ്. ട്രാൻസ്ഫോമറിൻ്റെ കോർ എന്ത് ചെയ്താൽ മതി? ലാമിനേറ്റ് ചെയ്താൽ മതി.
അടുത്തത് ലാസ്റ്റ് വൺ, ഹിസ്റ്ററിസിസ് ലോസ്. എന്താ ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറഞ്ഞു വെച്ചാൽ? ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക, റിപ്പീറ്റഡ് ആയ മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും മൂലം എനർജി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സോ അതിനെയാണ് ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുക. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ലോ ഹിസ്റ്ററിസിസ് ലോസ് ഉള്ള മെറ്റീരിയൽസ് ആണ് ട്രാൻസ്ഫോമറിൻ്റെ കോറായി ഉപയോഗിക്കുന്നത്. ഉദാഹരണം സോഫ്റ്റ് അയൺ. സോഫ്റ്റ് അയണിന് എന്ത് കുറവാണ്? ഈ പറയുന്ന ഹിസ്റ്ററിസിസ് ലോസ് കുറവായിരിക്കും. യെസ്, അന്ന ചോദിച്ച സോഫ്റ്റ് അയൺ കോർ എന്തിനാണ്? സോഫ്റ്റ് അയണിന് ലോ ഹിസ്റ്ററിസിസ് ലോസ് ആയിരിക്കും, അതുകൊണ്ടാണ് സോഫ്റ്റ് അയൺ കോർ ആയിട്ട് ഉപയോഗിക്കുന്നത്, മനസ്സിലാക്കുക കേട്ടോ. ലാസ്റ്റ് ടോപ്പിക് ആണ്, ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് റെസൊണൻസ് ഇൻ LCR സർക്യൂട്ട്? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ റെസൊണൻസ് ഫ്രീക്വൻസി. നമുക്കറിയാം കറണ്ട് ഈക്വൽ ടു I0 ഈക്വൽ ടു V0/Z ആയിരിക്കും LCR സർക്യൂട്ടിൽ. കറണ്ട് മാക്സിമം ആവണമെങ്കിൽ ഇമ്പിഡൻസ് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ജനറേറ്റർ അല്ല, ട്രാൻസ്ഫോമർ. ഇല്ലല്ല. ഓക്കെ, റെഡി. സോ I0 ഈക്വൽ ടു V0/Z ആണ് മക്കളെ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം I0 ഈക്വൽ ടു V0/Z എന്താണ്? √R² പ്ലസ് XC മൈനസ് XL ഹോൾ സ്ക്വയർ. കറണ്ട് മാക്സിമം ആവണമെങ്കിൽ ഇമ്പിഡൻസ് മിനിമം ആയിരിക്കണം. സോ ഇമ്പിഡൻസ് മിനിമം ആവാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? XC ഈക്വൽ ടു XL ആക്കിയാൽ പോരെ. ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആണെങ്കിൽ അവിടെ ഇമ്പിഡൻസ് മിനിമം ആയിരിക്കും. സോ അവിടെ കറണ്ട് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ റെസൊണൻസ്, റൈറ്റ്? സോ അതിലോട്ട് നമ്മൾ വിശദമായി കടക്കാൻ പോകുന്നു, ശ്രദ്ധിക്കണം. Z ഈക്വൽ ടു എന്താണ്? √R² പ്ലസ് XC മൈനസ് XL ഹോൾ സ്ക്വയർ ആണ്. ഈ പറയുന്ന കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഈക്വൽ ആണെങ്കിൽ Z ഈക്വൽ ടു പിന്നെ എന്താ വരിക? R² മാത്രമാണ് വരിക, അഥവാ R ആണ്. ദാറ്റ് മീൻസ് ഒരു LCR സർക്യൂട്ട് റെസൊണൻസ് കണ്ടീഷനിൽ എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? ഒരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. അത് മനസ്സിലാക്കുക, റൈറ്റ്? ഇനി നമുക്ക് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ടാണ് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഫേസ് ഡിഫറൻസ് ഫൈ എത്രയായിരിക്കും? 0 ആയിരിക്കും. പവർ ഫാക്ടർ കോസ് ഫൈ എത്രയായിരിക്കും? കോസ് 0 അഥവാ 1 ആയിരിക്കും. ആവറേജ് പവർ പി ആവറേജ് എന്തായാലും VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ ആണ്. ഇവിടെ ഫൈ എന്തായാലും 0 ആണ്. സോ VRMS ഇൻറ്റു IRMS ആയിരിക്കും. ഇതെല്ലാം പഠിക്കേണ്ടതാണ് കേട്ടോ. റെസൊണൻസ് കണ്ടീഷനിൽ LCR സർക്യൂട്ടിൻ്റെ ഫേസ് ഡിഫറൻസ് ഫൈ എത്രയായിരിക്കും? 0 ആയിരിക്കും. പവർ ഫാക്ടർ 1 ആയിരിക്കും. ആവറേജ് പവർ VRMS ഇൻറ്റു IRMS ആയിരിക്കും. ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിൽ നിന്നാണ് റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പോകുന്നത്, ശ്രദ്ധിക്കണം. സോ XC ഈക്വൽ ടു XL ആണെങ്കിൽ നോക്കടാ, 1/C ഒമേഗ എന്തിന് ഈക്വൽ ആയിരിക്കും? L ഒമേഗയ്ക്ക് ഈക്വൽ ആയിരിക്കും. സോ ω² ഈക്വൽ ടു 1 എന്ത് വരും? LC എന്ന് വരും. സോ ഒമേഗ ഈക്വൽ ടു ഒമേഗ ഈക്വൽ ടു 1/√LC എന്ന് വരും. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. 2πf ഈക്വൽ ടു 1/√of എന്ത് വരും? LC എന്ന് വരും. അങ്ങനെയാണെങ്കിൽ F ഈക്വൽ ടു എന്ത് വരും? 1/2π√LC എന്ന് വരും. ഇതാണ് റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുക. ഇതാണ് റെസൊണൻസ് ഫ്രീക്വൻസി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദ്യങ്ങളൊക്കെ ചെയ്താണ്. വൃത്തിയായി തന്നെ മനസ്സിലായി വിചാരിക്കുന്നു. ജസ്റ്റ് എയർ ഡ്രോപ്പ് കറോ. സോ മക്കളെ, ഇത്രയുള്ള AC എന്ന് പറയുന്നത് ഇതൊക്കെ പഠിച്ചിടുക. ഇതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസും ഡെറിവേഷൻസും കൺസെപ്റ്റുകളും മനസ്സിലാക്കുക, പഠിക്കുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റ്? യെസ്, ഒരു കാര്യം കൂടി അതിൻ്റെ അടിയിൽ കൂടെ പറഞ്ഞുതരാം. ഈ ഒരു റിലേഷൻ മനസ്സിലാക്കിയോ? VRMS ഈക്വൽ ടു V0/√2 ആണ്. അതുപോലെ തന്നെ IRMS ഈക്വൽ ടു I0/√2 ആണ്. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിക്കോ. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് V0 sin ωt ആണ്. കറണ്ട് ആണെങ്കിൽ I0 sin ωt ആണ്. ഇത് വെച്ചുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റ്? എയർ ഡ്രോപ്പ് ചെയ്തേസി. യെസ്, അടുത്ത ചാപ്റ്റർ ഏതാണ്? അടുത്തത് ബയോപ്റ്റിക്സ് ആൻഡ് ഒരുമിച്ചാണ് എടുക്കുന്നത്. സെറ്റ് ബയോപ്റ്റിക്സും EM വേവ്സും അരമണിക്കൂർ. ഓക്കെ മക്കളെ, അപ്പോൾ ഞാൻ പോകുന്നുണ്ട്. എൻ്റെ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഇനി ശബരി സാറും ജസ്റ്റിൻ സാറും കൂടി 2 ചാപ്റ്റേഴ്സ് ഉപദേശിക്കുന്നില്ല. കുട്ടികളെ ഉപദേശിക്കുന്നില്ല. ഉപദേശിക്കുന്നത് CBSE മക്കളോട് ഞാൻ പോയിട്ട് പറ്റാം. യെസ് മക്കളെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം വളരെ പെട്ടെന്ന്. യെസ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് പഠിക്കണമല്ലോ, റിവൈസ് ചെയ്യണമല്ലോ. നോക്കടാ, വേ ഒപ്റ്റിക്സ് ആണ് ചാപ്റ്റർ. ഫസ്റ്റ് തന്നെ പറയാം, വേ ഒപ്റ്റിക്സിനകത്ത് നിങ്ങൾക്ക് നാളെ കാണാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നത് ഒന്നെങ്കിൽ ലോ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോടാ. അതേപോലെ തന്നെ ഇവിടെ പിന്നെ 1 മാർക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. വേവ് ഫ്രണ്ട് എന്താണ് ചോദിക്കും, ഹൈഗൻ പ്രിൻസിപ്പിൾ ചോദിക്കും. അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് വേവ് ഫ്രണ്ട് പഠിച്ചിട്ട് പോവുക. പിന്നീട് വരുന്നത് നമ്മുടെ യങ്സിൻ്റെ ഡബിൾ സ്ലിറ്റും സിംഗിൾ സ്ലിറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കാം പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോടാ. കാരണം അതിനകത്ത് ഡെറിവേഷൻ നമുക്ക് പഠിക്കാനായിട്ടില്ല. അപ്പോൾ നമുക്കതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഒരാട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ഡിഫൈൻ വേവ് ഫ്രണ്ട് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് ടൈപ്സ്.
മക്കളെ എന്താണ് വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്? നമുക്കറിയാം വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ അല്ലെങ്കിൽ ലോക്കസ് ഓഫ് ആൾ പോയിന്റ് ഇൻ എ മീഡിയം വിച്ച് ആർ അറ്റ് സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പോയിന്റ്സിന്റെ കളക്ഷനെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. മക്കളെ വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, യെസ്. അതേപോലെ തന്നെ മറ്റൊരു രീതിയിൽ പറയാം, വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് സർഫസ് ഓഫ് കോൺസ്റ്റന്റ് ഫേസ്. ഓക്കെ, റെഡി? അടുത്തത്, ഒരു വേവ് ഫ്രണ്ടിന്റെ സ്പീഡും അതേപോലെ തന്നെ വേവിന്റെ സ്പീഡും ഈക്വൽ ആയിരിക്കും. വേവ് ഫ്രണ്ടിന്റെ സ്പീഡും വേവിന്റെ സ്പീഡും എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ ഇതിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എന്തൊക്കെയാണ് മക്കളെ? സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് എന്നും അതേപോലെ തന്നെ സ്പെറിക്കൽ വേവ് ഫ്രണ്ട് എന്നും അതേപോലെ പ്ലെയിൻ വേവ് ഫ്രണ്ടും. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്പ്. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. എന്താണ് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്? ഒരു പോയിന്റ് സോഴ്സ് ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ട് ആണ് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. ഇത് വട്ടമല്ല, വട്ടം നാരങ്ങയല്ല, പിന്നെ എന്താണ്? സിലിണ്ടറാണ്, സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ, നമ്മുടെ ഇക്വിപ്പന്റ് സർഫസ് വരച്ച പോലെ തന്നെ, പക്ഷേ ഇവിടെ ഈക്വലി സ്പേസിലാണ്. മറ്റേടത്ത് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് കൂടുമ്പോൾ, ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നില്ല, ഓൾറെഡി പറഞ്ഞാണ്. ഓക്കെ, ഇവിടെ റേ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. റേ എപ്പോഴും വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓർക്കുക, വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ റേ വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എനർജി എന്ന് പറയുന്നത് വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. വേവ് എന്ന് പറയുന്നത്, വേവിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുക. നമുക്ക് അടുത്തിലോട്ട് പോവാം. സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ലീനിയർ സോഴ്സ് ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ട്. ഒരു ലീനിയർ സോഴ്സ് ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ട് എന്തായിരിക്കും മക്കളെ? സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ദെൻ അടുത്ത ലാസ്റ്റ് വൺ വേവ് ഫ്രണ്ട് പറയുന്നത് ഒരു ഇൻഫിനിറ്റി ഇരിക്കുന്ന സോഴ്സ് ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ട്. നമ്മൾ അടുത്തെത്തുമ്പോൾ നമുക്കത് പ്ലെയിൻ ആയിട്ടല്ലേടാ മക്കളെ കാണുന്നത്. അപ്പോൾ ഇൻഫിനിറ്റി ഇരിക്കുന്ന സോഴ്സ് ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് അതെന്ത് വേവ് ഫ്രണ്ട് ആയിരിക്കും? അത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഇൻഫിനിറ്റി ഇരിക്കുന്ന സോഴ്സ് ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ട് എന്തായിരിക്കും മക്കളെ? അത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. യെസ്, സിംഗിൾ സ്ലിറ്റിൻ്റെയോ ഡബിൾ സ്ലിറ്റിൻ്റെയോ ഡെറിവേഷൻ നമുക്ക് പഠിക്കേണ്ടതില്ല. ഓക്കെ, ഓൺലി ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, നോട്ട് ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ, യെസ് മക്കളെ, അടുത്തിലോട്ട് പോകാം നമുക്ക്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ 2020 CBSE ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ ഷേപ്പ് ഓഫ് വേവ് ഫ്രണ്ട് ഒറിജിനേറ്റിംഗ് ഫ്രം എ ലൈൻ സോഴ്സ്. ഒരു ലൈൻ സോഴ്സിൽ നിന്നുണ്ടാകുന്ന വേവ് ഫ്രണ്ട്. മക്കളെ ഒന്ന് ചാറ്റ് ചെയ്താൽ, പെട്ടെന്ന് ചാറ്റ് ചെയ്താൽ. ഒരു ലൈൻ സോഴ്സിന് എന്തായിരിക്കണം മക്കളെ? പറടാ. യെസ്, എന്തായിരിക്കും? ലൈൻ സോഴ്സ് ആണെങ്കിൽ നമുക്കറിയാം അതെന്തായിരിക്കും? യെസ്, സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. റെഡി? യെസ്, അടുത്തത് 2023 ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ഷോ ഹൗ എ പ്ലെയിൻ വേവ് ഈസ് റിഫ്ലക്റ്റഡ് എ സർഫസ്, ഹെൻസ് വെരിഫൈ ദ ലോ ഓഫ് എന്താണ്? റിഫ്ലക്ഷൻ. മക്കളെ, ലോ ഓഫ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് റിഫ്ലക്ഷൻ ചോദിച്ചുകൊണ്ട്, ഒരു പക്ഷേ ഈ വർഷം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് റിഫ്രാക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും പഠിച്ചിട്ട് പോവുക. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എന്ത്? ലോ ഓഫ് റിഫ്ലക്ഷനും ലോ ഓഫ് റിഫ്രാക്ഷനും ഓൺ ദ ബേസിസ് ഓഫ് എന്താണ്? ഹൈഗൻ തിയറി. അപ്പോൾ ആദ്യം എന്താണ് ഹൈഗൻ തിയറി എന്ന് നോക്കാം. ഹൈഗൻ തിയറി നമ്മളോട് പറയുന്നത്, നമ്മുടെ കയ്യിലൊരു സോഴ്സ് ഉണ്ട് അല്ലേ? ആ സോഴ്സ് ഉണ്ടാക്കിയ പ്രൈമറി വേവ് ഫ്രണ്ട് ആണ് നിങ്ങൾ കാണുന്നത്. ഹൈഗൻ പറഞ്ഞു, ഈച്ച് ആൻഡ് എവരി പോയിന്റ് ഓഫ് ദി പ്രൈമറി വേവ് ഫ്രണ്ട് ആക്ട് ആസ് എ സോഴ്സ്. പ്രൈമറി വേവ് ഫ്രണ്ടിലെ എല്ലാ പോയിന്റുകളും എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു സോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആ സോഴ്സ്, അപ്പോൾ ഇത് നമ്മുടെ പ്രൈമറി വേവ് ഫ്രണ്ട്, മാർക്ക് ചെയ്യാം. ദിസ് ഈസ് അവർ പ്രൈമറി വേവ് ഫ്രണ്ട്. ഇതാണ് നമ്മുടെ പ്രൈമറി വേവ് ഫ്രണ്ട്. ആ പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും പുതിയ സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നു. എന്നിട്ട് അത് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? പുതിയൊരു വേവ് ഫ്രണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി വേവ്ലെറ്റ്സ്. എന്താണ് മക്കളെ വിളിക്കുന്ന പേര്? സെക്കൻഡറി വേവ്ലെറ്റ്സ്. അപ്പോൾ പുതിയൊരു സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നു. അതെന്തിനെ സെൻഡ് ചെയ്യുന്നു? സെക്കൻഡറി വേവ്ലെറ്റ്സിനെ സെൻഡ് ചെയ്യുന്നു. എന്നിട്ടോ ഈ സെക്കൻഡറി വേവ്ലെറ്റ്സിൻ്റെ എല്ലാം ടാൻജൻഷ്യൽ സർഫസ് നമ്മൾ എടുക്കുന്നു. ടാൻജൻഷ്യൽ സർഫസ് എടുക്കുന്നു. ആ ടാൻജൻഷ്യൽ സർഫസ് ആണ് നമ്മുടെ സെക്കൻഡറി വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ പറയട്ടെ, എന്താണ് ഹൈഗൻ പ്രിൻസിപ്പിൾ പറയുന്നത്? ഈച്ച് ആൻഡ് എവരി പോയിന്റ് ഓഫ് ദി പ്രൈമറി വേവ് ഫ്രണ്ട് ആക്ട് ആസ് എ സോഴ്സ് സെൻഡിങ് ഔട്ട് സെക്കൻഡറി വേവ്ലെറ്റ്സ്. The tangential surface of the secondary wavelets gives secondary wave front. ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് നോക്കാം? ആ റിഫ്ലക്ഷനും അതേപോലെ തന്നെ റിഫ്രാക്ഷനും നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. ആദ്യം നമ്മൾ റിഫ്ലക്ഷനാണ് പ്രൂവ് ചെയ്യുന്നത്. മക്കളെ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. എടാ, ഒരു വേവ് വരികയാണ്, പ്ലെയിൻ വേവാണ് വരുന്നത്. പേര് വിളിച്ചു, എ എന്നും ബി എന്നും ഞാൻ പേര് വിളിക്കുകയാണ്. ഇവിടെ ബി എന്ത് ചെയ്യുന്നു? ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ബി എന്ത് ചെയ്യുന്നു? ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഈ പെർപെൻഡിക്കുലറായിട്ട് വരക്കുന്ന എന്തായിരിക്കും? നമുക്കറിയാം അത് റേ ആണല്ലേ.
ബി എന്ത് ചെയ്യുന്നു? ബി ഇവിടെ നേരെ ഇൻസിഡൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. എ ഓൾറെഡി ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ബി ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് എക്ക് ഇവിടെ റിഫ്ലക്ഷൻ സംഭവിക്കുകയാണ്. അങ്ങനെ ബി എവിടെ വന്നു മക്കളെ? ബി എവിടെ വന്നു? ബി എവിടെ വന്നു? സിയിൽ വന്നു. ഈ പോയിന്റ് വന്നു. ഇനി സെയിം മീഡിയമാണ്, മീഡിയത്തിന് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഈ മീഡിയത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി വി ആണെങ്കിൽ അതിനടുത്ത സമയം ടി ആണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ബി സിയുടെ നീളം എന്തായിരിക്കും മക്കളെ? ബി സിയുടെ നീളം വെലോസിറ്റി ഇൻറ്റു എന്തായിരിക്കും? ടൈം ആയിരിക്കും. വി ഇൻറ്റു ടി ആണ്. റെഡി അല്ലടാ? ഡിസ്പ്ലേസ്മെന്റ് ഇസിക്കൽ വെലോസിറ്റി ടൈം. അതേ ടൈമിൽ നമ്മളിവിടെ നോർമൽ വരച്ചു. അതേ ടൈമിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു മക്കളെ? റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. ഇതിവിടെ എന്ത് സംഭവിക്കുന്നു? റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. അങ്ങനെ നമ്മൾ എവിടെ എത്തി? ഡി എന്ന് പറഞ്ഞൊരു പോയിന്റിലെത്തി. മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം, ഇത് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു എന്ത് വരക്കണം? ആർക്ക് വരക്കണം. എന്തിനാണ് ഈ ആർക്ക് വരക്കുന്നതെന്ന് ചോദിച്ചാൽ, പുതിയ വേവ് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ആർക്ക് വരക്കുന്നത് ഹൈഗൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ആർക്ക് വരച്ചിട്ട് അതിൻ്റെ ടാൻജൻറ്റ് വരക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സെക്കൻഡറി വേവ് ഫ്രണ്ട്. ഞാൻ തൽക്കാലം അങ്ങോട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് കടന്നു ചെല്ലുന്നില്ല, എക്സാമിന് തലേദിവസം ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ നിങ്ങൾ എക്സാമിൽ വരക്കുമ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ആർക്ക് വരച്ചാൽ കൊള്ളാം. ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക? ഒരു ആർക്കിങ്ങനെ വരക്കുക. ഓക്കെ, നമുക്ക് ഹൈഗൻ പ്രിൻസിപ്പിൾ അറിയാവുന്ന ടീച്ചറിനെ കാണിക്കാനാണ്. അങ്ങനെ നമ്മുടെ ഈ പോകുന്നതാണ് നമ്മുടെ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. ദിസ് ഈസ് അവർ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. ദിസ് ഈസ് അവർ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്. റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേടാ? ഈ എ ഡിയുടെ നീളവും വി ഇൻറ്റു ടി നമുക്ക് എടുക്കാം. ഇനി ഒരു കാര്യം പറയട്ടെ, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ടും സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മളുടെ എന്തെന്ന് വിളിക്കുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. നമുക്കതിനെ ഐ എന്ന് വിളിക്കാം. അതേപോലെ തന്നെ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടും സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് എടുക്കാം. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇനി നമുക്കിത് പ്രൂവ് ചെയ്യാം. എടാ മക്കളെ, ഞാൻ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. നിങ്ങൾ നോക്കുക, ആദ്യത്തെ ട്രയാങ്കിൾ എ ബി സി ആണ്. കൺസിഡർ ദി ട്രയാങ്കിൾ എ ബി സി. കൺസിഡർ ദി ട്രയാങ്കിൾ എ ബി സി. എ ബി സിയും ആൻഡ് അടുത്ത ഞാൻ എടുക്കുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏത്? ഇത് പി വയ്ക്കൂ, സ്റ്റേറ്റ് പി വയ്ക്കൂ. റെഡി മക്കളെ? അടുത്തത് നമ്മുടെ എ ഡി സി ആണ് ട്രയാങ്കിൾ. ഞാൻ പച്ച പെയിൻറ് അടിച്ച് കാണിച്ചു തരാം. എ ഡി സി പച്ച പെയിൻറ്. പച്ചക്കറിക്കായ തട്ടിൽ, അയ്യോ അത് ഇതോടെ ബന്ധമില്ലല്ലോ. ട്രയാങ്കിൾ എന്താണ് മക്കളെ? ട്രയാങ്കിൾ എ ഡി സി എടുത്തു. എ ഡി സി ഇംഗ്ലണ്ട് എ ഡി സി. ഇതിൻ്റെ പ്രത്യേകത എന്താണ് മക്കളെ? നമുക്കറിയാം എ സി എന്ന് പറയുന്നത് രണ്ടിടത്തുമുണ്ട്. എ സി കോമൺ സൈഡാണ്. എ സി എന്ന് പറയുന്നത് നമുക്കെടുക്കാം കോമൺ സൈഡാണ് എ സി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കിയാൽ ബി സി എന്ന് പറയുന്നത് വെലോസിറ്റിൻ്റെ ടൈമാണ്. എ ഡിയും സെയിം മീഡിയം ആയതുകൊണ്ട് ബി സിയും എ ഡിയും സെയിം ആയിരിക്കും. ബി സി ഈക്വൽ ടു എ ഡി. റീസൺ, സെയിം മീഡിയത്തിലോട്ട് സെയിം ടൈമിൽ സഞ്ചരിക്കുന്ന ദൂരം സെയിം ആണ്, വെലോസിറ്റിൻ്റെ ടൈം. ഇതാണ് റീസൺ. ദെൻ ലാസ്റ്റ് വൺ, ആംഗിൾ ബിയും ആംഗിൾ ഡിയും സെയിം ആണ്. അതായത് ആംഗിൾ എ ബി സിയും ആംഗിൾ എ ഡി സിയും സെയിം ആണ്, 90 ഡിഗ്രി. ഒരു 2 ട്രയാങ്കിളിൻ്റെ 2 സൈഡും ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രിയുമാണെങ്കിൽ, ഒരാംഗിൾ 90 ഡിഗ്രിയും ഏതെങ്കിലും 2 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഉറപ്പാണ് അതെന്തായിരിക്കും ആ 2 ട്രയാങ്കിൾ. Therefore നമുക്ക് പറയാം ട്രയാങ്കിൾ എ ബി സി ഈസ് കോൺക്രുവൻറ്റ് ടു ട്രയാങ്കിൾ എ ഡി സി ആണ്. ട്രയാങ്കിൾ എ ബി സിയും എ ഡി സിയും കോൺക്രുവൻ്റ് ആണ്. കോൺക്രുവൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം, എന്ത് പറയാം? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും സെയിം ആയിരിക്കും. ഇവിടെ എ ഡിക്ക് ഓപ്പോസിറ്റ് ആർ ആണെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള സൈഡ് ബി സി ആണല്ലേ. ബി സിക്ക് ഓപ്പോസിറ്റ് എന്താണ്? ഐ ആണ്. അപ്പോൾ നമുക്ക് പറയാം therefore ഐ ഈസ് ഈക്വൽ ടു ആർ. നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ലോ ഓഫ് റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്തു. യെസ് മക്കളെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സാറേ ബി സി ഈക്വൽ ടു എ ഡി ആണ്. ഞാൻ പറഞ്ഞത് എ ഡി ആണ്, എഴുതിയപ്പോൾ എ ബി ആയി പോയതാണ്, എ ഡി ആണ്. റെഡി അല്ലേടാ മക്കളെ? ബാക്കിയെല്ലാം കറക്റ്റ് അല്ലേ? യെസ്. നമുക്ക് അടുത്തിലോട്ട് പോവാം. ഒട്ടും സമയം കഴിഞ്ഞ റിഫ്രാക്ഷൻ നോക്കാം. നമ്മുടെ ലൈറ്റ് ഇതാ വരികയാണ്. ഇവിടെ ഒന്ന് മുട്ടുന്ന പോയിന്റ് എയും ബിയും ആണ്. ഇവിടെ എന്താ മക്കളെ സംഭവിക്കുന്നത്? ബി ഇതേണ്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ബി എവിടെ ഇൻസിഡൻറ്റ് ചെയ്തു? സിയിൽ ഇൻസിഡൻറ്റ് ചെയ്തു. ഇനി ഇവിടെ എയ്ക്ക് എന്താ സംഭവിക്കുന്നത്? റിഫ്രാക്ഷൻ ആണ്. നേരെ പോകേണ്ടത് ബെൻഡ് ടുവേഡ്സ് നോർമലിൻ്റെ അടുത്തോട്ട് വരും. ഇതേ ലെങ്ത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തില്ല. മുമ്പ് റിഫ്ലക്ഷൻ്റെ കേസിൽ ഇങ്ങോട്ട് വന്ന അതേ ലെങ്ത് ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. പക്ഷേ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തില്ല, ബിക്കോസ് ഇത് ഡെൻസർ മീഡിയം ആണ്. ഇവിടെ വെലോസിറ്റി v1 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് v1 t ആണ്. ഇത് ഡെൻസർ മീഡിയം, ഇത് റെയർ മീഡിയത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കും, കാരണം വെലോസിറ്റി കൂടുതലാണ്. അതേ ടൈമിൽ ഡെൻസർ മീഡിയത്തിൽ കുറച്ച് ദൂരം സഞ്ചരിക്കും. അപ്പോൾ ഈ ലെങ്ത് കുറവായിരിക്കും. ഇതിന് ഡി എന്ന് വിളിച്ചു. മസ്റ്റായി നിങ്ങളൊരു ആർക്ക് വരക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. ദെൻ ഒരു ടാൻജൻറ്റ് വരക്കുക. പരിപാടി കഴിഞ്ഞു.
അപ്പോൾ ഇതാണ് നമ്മുടെ എ ഡിയുടെ നീളം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് വി ടി അല്ല, അത് V2T ആണ്. രണ്ടും ഡിഫറൻറ്റ് മീഡിയം ആയതുകൊണ്ട് വെലോസിറ്റി ഡിഫറൻ്റ് ആണ്. ഇനി മക്കളെ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും വരക്കുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ടും സർഫസ് ഉണ്ടാക്കുന്ന ആംഗിൾ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. അതേപോലെ തന്നെ റിഫ്രാക്ടർ വേവ് ഫ്രണ്ടും സർഫസ് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ആറ്. മനസ്സിലായടാ? റെഡിയാണോടാ? യെസ്. അപ്പോൾ നമുക്ക് ഐ മാറും കിട്ടി. ഇനി നമുക്കിത് പ്രൂവ് ചെയ്യാൻ ഒന്നുമില്ല. സൈൻ ഐയും സൈൻ ആറും ട്രയാങ്കിളിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി. സൈൻ ഐയും സൈൻ ആറും നമുക്കത് കണ്ടുപിടിക്കാം. സൈൻ ഐ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് V1T ബൈ ഇത് 90 ഡിഗ്രിയാണ്, ഹൈപ്പോട്ടനസ് AC ആണ്. അപ്പോൾ എഴുതാം V1T ബൈ AC. സിമിലർ വേ നിങ്ങൾ സൈൻ ആറ് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടും V2T ബൈ AC ആണ്. V2T ബൈ AC ആണ്. രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം V1T. ടി ഒക്കെ വെട്ടിക്കളയാം, എല്ലായിടും ടി ഉണ്ട്, AC ഉണ്ട് ഒക്കെ വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എഴുതാം V1 ബൈ എന്താണ് മക്കളെ V2. ഇനി നമുക്കറിയാം N is equal to C by V ആണെങ്കിൽ V equal to എന്താ മക്കളെ? V equal to നമുക്ക് പറയാം എന്തായിരിക്കും എടാ? C by N ആണ്. എങ്കിൽ V1 equal to C by N1 ആണ്. V2 കൊടുക്കാം C by എന്താണ് മക്കളെ? N2 ആണ്. എങ്കിൽ നമുക്ക് പറയാം V1 by V2 എന്ന് പറയുന്നത് N2 by എന്തായിരിക്കും മക്കളെ? N1 ആണ്. ഇത് നമ്മൾ ഒപ്റ്റിക്സിൽ പഠിക്കുന്ന ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് കിട്ടി. therefore നമുക്ക് എഴുതാം sin I ഡിവൈഡഡ് ബൈ സൈൻ ആർ എന്ന് പറയുന്നത് N2 by N1 ആണ്. നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ലോ ഓഫ് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്തു. മക്കളെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മളോട് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത് ഇപ്പം ഞാൻ വരച്ചിരിക്കുന്നത് റെയർ മീഡിയം ടു ഡെൻസർ മീഡിയമാണ്. ഇതേ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും. എവിടുന്ന് എങ്ങോട്ടേക്ക് ചോദിക്കും? ഡെൻസർ ടു റെയർ ചോദിക്കും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഫിഗർ നിങ്ങൾ പഠിക്കുക, എന്നിട്ട് നൈസായിട്ട് ആരോ മാറ്റുക. നമ്മളോടാ കളി. എല്ലാ ഫിഗറും കൂടെ പഠിക്കേണ്ട, നൈസായിട്ട് നിങ്ങൾ ആരോ മാറ്റുക, ആരോ ഇങ്ങോട്ടേക്ക് ആക്കുക. ദിസ് ഈസ് ആരോ മാറ്റിയാൽ മതി. പരിപാടി കഴിഞ്ഞു. പിന്നെ ഒരു ചെറിയ മാറ്റമുണ്ട്. ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് ആംഗിൾ, ഇതാണ് നമ്മുടെ റിഫ്രാക്റ്റഡ് ആംഗിൾ. ബാക്കിയെല്ലാം അതേപോലെ തന്നെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് പടം വരക്കേണ്ട നിർബന്ധം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് വേവ്. ദിസ് ഈസ് അവർ ഇൻസിഡൻറ്റ് വേവ്. ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ നേരെ വന്ന് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നേരെ വന്ന് മക്കൾ എന്ത് ചെയ്യുന്നു? ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഇത് എ കാരൻ, ബി കാരൻ, നമുക്കിതിനെ സി കാരൻ എന്ന് വിളിക്കാം. ഇവിടെ നോർമൽ വരച്ചു. ബെൻഡ് ടുവേഡ്സ് നോർമലാണ്. നോർമൽ അടുത്തോട്ട് ബെൻഡ് ചെയ്യുന്നു. ഇതിനേക്കാൾ നീളം കൂട്ടി ഇവിടെ വരക്കുക. എന്നിട്ട് ടീച്ചറിനെ പറ്റിക്കാൻ ഒരു ആർക്ക് വരക്കുക. എന്നിട്ട് ഒരു ടാൻജൻ്റൊക്കെ ഇങ്ങനെ വരക്കുന്ന പോലെ കാണിച്ചാൽ മാത്രം മതി. ആദ്യം നിങ്ങൾ ടാൻജൻ്റ് വരക്കുക, എന്നിട്ട് ആർക്ക് വരച്ചാൽ മതി. അല്ലെങ്കിൽ ടാൻജൻ്റ് ആർക്കുമായിട്ട് ബന്ധമില്ലെന്ന് വരുന്നു. യെസ്, എന്നിട്ട് നമ്മൾ ഇതിനകത്താണ് നമ്മൾ നൈസായിട്ട് ടാൻജൻ്റ് വരക്കുന്നത്. റെഡി അല്ലേ മക്കളെ? യെസ്, ഇതിനെ നമ്മൾ ഡി എന്ന് വിളിച്ചു, ഇതിനെ നമ്മൾ ഐ എന്ന് വിളിച്ചു, ഇതിനെ ഐ എന്ന് വിളിച്ചു, ഇതിനെ നമുക്ക് ആർ എന്ന് വിളിക്കാം. ഇവിടെ V1T, ഇവിടെ എന്താണ് മക്കളെ? V2T. പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പരിപാടി. ഇതങ്ങ് പ്രൂവ് ചെയ്താൽ മാത്രം മതി. ഇവിടെ നേരത്തെ പോലെ സൈൻ ബൈ സൈൻ എടുത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? N2 by N1 തന്നെ കിട്ടും. റെഡിയല്ലേ മക്കളെ? റെഡിയാണോ മക്കളെ? എങ്കിൽ നമുക്ക് അടുത്തിലോട്ട് പോവാം. യെസ്, നമുക്ക് ഈ ലൈവ് കഴിയുമ്പോൾ 5000 ലൈക്ക് വന്നാൽ അന്തസ്സായിരിക്കും. CBSEക്ക് 5000 ലൈക്ക് എന്ന് പറയുന്നത് ഇതുവരെക്കും കിട്ടാത്തൊരു സംഗതിയാണ്. 5000 ലൈക്ക് നമ്മുടെ ലൈവിന് തരികയാണെങ്കിൽ നിങ്ങൾ പൊളി മക്കളായിരിക്കും. പൊളി അൽ പൊളിയോസ്കി എന്ന് പറയത്തില്ലേ? നോക്കിയേ, CBSEയിൽ കേരളത്തിൽ ആദ്യമായി ഒരു ചാനൽ ഒരു ലൈവിന് 5000 കിട്ടുക, അത് ചരിത്ര മുഹൂർത്തമായിരിക്കും. യെസ്, ഐ ആൻഡ് ആർ ഡിഫറൻ്റ് അല്ലേ? ഒന്നുമില്ല, ഐയും ആറും ഡിഫറൻ്റ് ആണ്. അതല്ലേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഇവിടെ ഐ ആർ ഡിഫറൻ്റ് അല്ലേടാ? യെസ്, നമുക്ക് അടുത്തതിലോട്ട് പോവാം. സ്റ്റേറ്റ് ഹൈഗൻ പ്രിൻസിപ്പിൾ. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ? എങ്ങനെയാണ് ഹൈഗൻ ബാക്ക്വേഡ് വേവിൻ്റെ ആബ്സെൻസ് എക്സ്പ്ലെയിൻ ചെയ്തത്? എങ്ങനെയാടാ? നമ്മുടെ ഹൈഗൻ പറഞ്ഞ എന്താണ്? മുന്നോട്ടേക്ക് മാത്രമേ വേവ് പോകത്തുള്ളൂ. മുന്നോട്ട് പോകുമ്പോൾ ആ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. ഫോർവേഡ് ഡയറക്ഷനിൽ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. മാക്സിമം ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. Amplitude of the secondary wavelets is maximum in the forward direction and 0 in the backward direction. ഇങ്ങനെയാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലെ സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസ് അതേപോലെ പഠിച്ചു നോക്കുക. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 2023 CBSE കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ പ്ലെയിൻ വേവ് ഫ്രണ്ട്
ഒരു കോൺകേവ് മിറർ കോൺവെക്സ് മിററിലൂടെയൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ഷേപ്പും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. നമ്മുടെ കോൺകേവ് മിറർ തന്നെ ആദ്യം എടുക്കാം. പ്ലെയിൻ വേവ് ഫ്രണ്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് കോൺകേവ് മിറർ ആണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് കൺവേർജിങ് സ്പിയർ ആയിരിക്കും, കൺവേർജിങ് സ്പിയേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇത് കൺവേർജിങ് ആയതുകൊണ്ട് ഫോക്കസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഉറപ്പാണ് ഇതെന്തായിരിക്കും, ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ R' അതായത് നമ്മുടെ ആ വേവ് ഫ്രണ്ടിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺകേവിൻ്റെ റേഡിയസിൻ്റെ നേരെ പകുതിയായിരിക്കും, അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് ഈക്വൽ ആയിരിക്കും. അത് ഓർത്തോളുക. ഇനി കോൺവെക്സ് ആണെങ്കിൽ മക്കളെ, കോൺവെക്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് വരക്കുക, നമുക്കിവിടെ കൺവേർജിങ് അല്ല കിട്ടുന്ന, പകരം എന്തായിരിക്കും മക്കളെ, ഡൈവേർജിങ് ആണ്. അപ്പോൾ നമ്മുടെ ഫിഗർ വരക്കുമ്പോൾ ഇങ്ങനെ വരക്കുക, ഇങ്ങനെ ഡൈവേർജിങ് ആയിട്ട് പോകും, ഡൈവേർജിങ്. അപ്പോൾ നമ്മുടെ റേ വരുന്നത് എങ്ങനെയായിരിക്കും, റേ ഇങ്ങനെ വരുന്ന റേ ഇങ്ങനെ പോകും അല്ലേ, റേ ഇങ്ങനെ പോകും. യെസ്. അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഡൈവേർജിങ് ആണ് കിട്ടുന്നത്, ഡൈവേർജിങ്. ഇവിടെ കൺവേർജിങ് ആണ്, കോൺവെക്സ് ഉപയോഗിക്കുമ്പോൾ ഡൈവേർജിങ്. ഇതേപോലെ കോൺവെക്സ് ലെൻസിൻ്റെ കേസിലും കൺവേർജിങ് സ്പിയേഴ്സാണ് കിട്ടുന്നത്. പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്നാൽ അത് കൺവേർജിങ് സ്പിയേഴ്സ് ആയിരിക്കും. ഇതിൻ്റെയും റേഡിയസ്, ഈ കൺവേർജ് ചെയ്യുന്ന ഈ സ്പിയറിൻ്റെ റേഡിയസ് ഫോക്കൽ ലെങ്തിന് ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ മക്കളെ, മനസ്സിലായോടാ? യെസ്. എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. സ്റ്റേറ്റ് 2 കണ്ടീഷൻ ഫോർ ലൈറ്റ് സോഴ്സ് ടു ബി കൊഹറൻറ്റ്. കൊഹറൻറ്റ് ആകാനുള്ള 2 കണ്ടീഷൻ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ലൈറ്റ് വേവ് കൊഹറൻറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്തായിരിക്കണം അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ വേവ് ലെങ്ത്, അതിൻ്റെ എന്തായിരിക്കണം, വേവ് ലെങ്തും ഫ്രീക്വൻസിയും അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡൊക്കെ എന്തായിരിക്കണം മക്കളെ, സെയിം ആണെങ്കിൽ നമ്മൾ പറയും അതെന്ത് സോഴ്സാണ്, കൊഹറൻറ്റ് സോഴ്സാണെന്ന് പറയും. ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഒരേ ഫേസിലുമാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ, കൊഹറൻറ്റ് സോഴ്സ്. കൊഹറൻറ്റ് സോഴ്സ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും 2 ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകൾ കൊഹറൻ്റ് ആകില്ല. എക്സാമിന് ചോദിക്കുക എന്തുകൊണ്ട് 2 ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് കൊഹറൻ്റ് ആകത്തില്ല. അപ്പോൾ മക്കളെ നമ്മൾ എഴുതി വെക്കുക, നമ്മൾ എഴുതി വെക്കുക. ഓക്കേ, യെസ്, നമ്മൾ എഴുതി വെക്കണം. എന്താണ് നമ്മൾ എഴുതി വെക്കേണ്ടത്? 2 ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് നെവർ ബി കൊഹറൻറ്റ്. ഇതിന് കാരണമെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് 2 ഇൻഡിപെൻഡൻറ്റ് സോഴ്സിൽ നിന്നും ഒരേ ഫേസുള്ള ലൈറ്റിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണ്, എങ്കിൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിനകത്ത് കൊഹറൻറ്റ് സോഴ്സ് ആണല്ലോ ഉപയോഗിച്ചത്, അതെന്താണ് അവിടെ സംഭവിച്ചത്? അത് നമ്മുടെ ഒരു മൊണോക്രോമാറ്റിക് ലൈറ്റിൽ നിന്ന് വരുന്ന വേവിനെ 2 സ്ലിറ്റിലൂടെയാണ് കടത്തിവിട്ടത്. അതിൻ്റെ പേരൻ്റ് സോഴ്സ് ഒന്ന് തന്നെയാണ്. 2 സ്ലിറ്റിലൂടെ കടന്നു പോകുമ്പോൾ ആ 2 സ്ലിറ്റാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, കൊഹറൻറ്റ് സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലാതെ 2 ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകളല്ല. ആ സ്ലിറ്റിൻ്റെ പേരൻ്റ് സോഴ്സ് ഒന്ന് തന്നെയാണ്. അപ്പോൾ അതാണ് സംഗതി. ഒരു ക്വസ്റ്റ്യൻ, എ നാരോ സ്ലിറ്റ് ഇലിസ്ട്രേറ്റഡ് ബൈ എ പാരൽ ബീം മോണോക്രോമാറ്റിക് ലൈറ്റ് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ആംഗുലാർ വിഡ്ത്ത് ഓഫ് ദി സെൻട്രൽ മാക്സിമ ഇൻ ദ റിസൾട്ടിംഗ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഈസ് മെഷേർഡ് വെൻ ദ സ്ലിറ്റ് ഈസ് നെസ്റ്റ് ഇലിമിനേറ്റഡ് ബൈ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ. ദ ആംഗുലാർ വിഡ്ത്ത് ഡിക്രീസ് ബൈ 30%. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് വേവ് ലെങ്ത് ലാംഡ. നാരോ സ്ലിറ്റ് ആണ്. ഓർക്കുക, നാരോ സ്ലിറ്റ് ആണെങ്കിൽ അതെന്താണ് മക്കളെ, അതെന്താണ്, അത് നമ്മുടെ സിംഗിൾ സ്ലിറ്റ് ആണ്. ഡിഫ്രാക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ഒരു ലൈറ്റിനെ നമ്മളൊരു സ്ലിറ്റിലൂടെ കടത്തി വിടുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് സെൻട്രൽ ഒരു മാക്സിമം ഇൻറ്റൻസിറ്റിയുള്ള പാറ്റേൺ കിട്ടുന്നു. ദെൻ ഇൻറ്റൻസിറ്റി 0 ആകുന്നു. ദെൻ ഇൻറ്റൻസിറ്റി കുറഞ്ഞ് ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്കവിടെ കിട്ടുന്നത്. ഇവിടെ ഇതിനെയാണ് സെൻട്രൽ മാക്സിമം എന്ന് പറയുന്നത്. അതിൻ്റെ ബാൻഡ് വിഡ്ത്താണ് നമുക്ക് ബീറ്റ എന്ന് വിളിക്കാം. അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് നമുക്ക് 2 ടൈമിൽ എക്സ്പ്രസ് ചെയ്യാം. ആംഗുലാർ ബാൻഡ് വിഡ്ത്ത് ആണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഈസ് ഈക്വൽ ടു മക്കളെ 2 ലാംഡ ബൈ നമുക്ക് എന്ത് വിളിക്കാം, 2 ലാംഡ ബൈ എ എന്ന് വിളിക്കാം. എ എന്ന് പറയുന്ന ഈ സ്ലിറ്റിൻ്റെ സെപ്പറേഷനെയാണ് നമ്മൾ എ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ, 2 ലാംഡ ബൈ എ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ അല്ലേ, 2 ലാംഡ ബൈ എ ആണ് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വളരെ വ്യക്തമായി പറയാം, ബീറ്റ ഈസ് പ്രപ്പോർഷണൽ ടു ലാംഡ. വേവ് ലെങ്ത് ആണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. ആദ്യം നമ്മൾ വേവ് ലെങ്ത് 6000 ആംസ്ട്രോം ഉള്ള വേവ് ലെങ്ത് ആണ് ഉപയോഗിച്ചത്. ഓക്കെ അല്ലേടാ മക്കളെ, 6000 ആംസ്ട്രോം ഉള്ള വേവ് ലെങ്ത് ഉപയോഗിച്ചു. പിന്നീടുള്ള സെക്കൻഡ് വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ബീറ്റാനെ ബീറ്റ എന്ന് വിളിച്ചു. സെക്കൻഡ് കേസിലുള്ള ബീറ്റ ഡാഷ് എന്ന് വിളിക്കാം. സെക്കൻഡ് ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഡാഷ്. പുതിയൊരു ലൈറ്റ് ഉപയോഗിച്ചു. ആ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ലാംഡ ഡാഷ് ആണ്. അപ്പോഴുള്ള ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഡാഷ് എന്ന് ഞാൻ വിളിച്ചു. എങ്കിൽ ബീറ്റ ഡാഷ് എന്തായിരിക്കും മക്കളെ, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ആംഗുലാർ വിഡ്ത്ത് ഡിക്രീസ്ഡ് ബൈ 30%. 30% ഡിക്രീസ് ചെയ്തു. എങ്കിൽ പുതിയ ബാൻഡ് വിഡ്ത്ത് എന്തായിരിക്കും, 70% ഓഫ് ഇനിഷ്യൽ ബാൻഡ് വിഡ്ത്ത്. 30% കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള എത്ര ആയിരിക്കും, ബാക്കി 70% ഉണ്ട്. എനിക്ക് 100 രൂപ തന്നു, 30 രൂപ എൻ്റെ കയ്യിൽ നിന്ന് എടുത്താൽ ബാക്കി എൻ്റെ കയ്യിൽ 70 രൂപ ഉള്ളത്.
70% ഓഫ് ബീറ്റ ആണ്. ദാറ്റ് ഈസ് 0.7 ബീറ്റ ആണ്. ഇതാണ് ബീറ്റ ഡാഷ്. നമുക്ക് ഇങ്ങനെ എഴുതാം, ബീറ്റ ഡാഷ് ഈസ് പ്രപ്പോർഷണൽ ടു ലാംഡ ഡാഷ് എന്ന് എഴുതാം. എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ബീറ്റ ബൈ ബീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു ലാംഡ ബൈ ലാംഡ ഡാഷ് എന്ന് എഴുതാം. എല്ലാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമുക്കങ്ങ് ഇട്ടാൽ മാത്രം മതി. ബീറ്റയ്ക്ക് പകരം ബീറ്റ എന്നിടുക, ബീറ്റ ഡാഷിന് പകരം 0.7 ഇൻറ്റു ബീറ്റ എന്ന് എഴുതുക, ഇസ് ഈക്വൽ ടു നമുക്കിവിടെ ലാംഡ എന്ന് പറയുന്നത് 6000 ആംസ്ട്രോം ആണ്. 6000 ആംസ്ട്രോം ഡിവൈഡഡ് ബൈ ലാംഡ ഡാഷ് കണ്ടുപിടിക്കാം, വെട്ടിക്കളയുക. ദെൻ ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 6000 ഇൻറ്റു 0.7 ദാറ്റ് ഈസ് ഈക്വൽ ടു, മക്കളെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, എത്രയാണ്? 642 അല്ലേ, 42. അപ്പോൾ 4.2 ഇൻറ്റു 10⁻³ 4.2 ഇൻറ്റു 10⁻³ 42000 ആംസ്ട്രോം ആണ് വേവ് ലെങ്ത്. പരിപാടി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല മക്കളെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല മക്കളെ. യെസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, യങ്സിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ യങ്സിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് എടുത്തു. ഈ മോണോക്രോമാറ്റിക് ലൈറ്റിനെ ഒരു 2 സ്ലിറ്റിലൂടെ കടത്തി വിട്ടു, S1 ആൻഡ് S2. ഇവിടെ നമുക്കൊരു പാറ്റേൺ കിട്ടി, ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടി. ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് വെച്ചാൽ 2 ഒരേ ഫ്രീക്വൻസിയിലുള്ള 2 ലൈറ്റ് വേവുകൾ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നിടത്ത് ഡാർക്കും ബ്രൈറ്റും ബാൻഡുകൾ ഫോം ചെയ്യുന്നു. മാക്സിമം ഇൻറ്റൻസിറ്റിയും മിനിമം ഇൻറ്റൻസിറ്റി, ഇതേപോലെ ഒരു പാറ്റേൺ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഇതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ മാക്സിമ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ബാൻഡ് വിഡ്ത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, സെൻട്രൽ മാക്സിമയുടെ ബാൻഡ് വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ലാംഡ ഡി ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസിനെ ഞാൻ സ്മോൾ ഡി ആയിട്ട് എടുത്താൽ ലാംഡ ഡി ബൈ എന്താണ്, സ്മോൾ ഡി എന്നാണ് കിട്ടുന്നത് ബാൻഡ് വിഡ്ത്ത്. അവിടുത്തെ ബാൻഡ് വിഡ്ത്തിനേക്കാൾ കുറവാണ് ഇവിടുത്തെ ബാൻഡ് വിഡ്ത്ത്. അവിടെ സെൻട്രൽ മാക്സിമയ്ക്ക് ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്, ഇവിടെ ബാൻഡ് വിഡ്ത്ത് കുറവാണ്. ഇനി എവിടെയൊക്കെയാണ് ഡാർക്ക് ബാൻഡ്, എവിടെയൊക്കെയാണ് ബ്രൈറ്റ് ബാൻഡ്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാകുന്നത് n ലാംഡ ഡി ബൈ ഡിയിലാണ് ബ്രൈറ്റ് ബാൻഡുകൾ ഫോം ചെയ്യുന്നത്. ബ്രൈറ്റ് ബാൻഡ് സെൻട്രൽ മാക്സിമയിൽ ബ്രൈറ്റ് ബാൻഡ് ആണ്. അത് നമ്മൾ ഫസ്റ്റ് ബ്രൈറ്റ് ബാൻഡ് എടുക്കത്തില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്രൈറ്റ് ബാൻഡ്. ഇത് നമ്മുടെ സെക്കൻഡ് ബ്രൈറ്റ് ബാൻഡ് ആണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ഡാർക്ക് ബാൻഡ് ആണ്. ഇനി ഡാർക്ക് ബാൻഡ് ഫോം ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് പ്ലസ് ഓർ മൈനസ് ഇട്ടോ താഴെ മുകളിലും ഉണ്ടാവുകയെ. ദെൻ xn = പ്ലസ് ഓർ മൈനസ് 2n-1 ലാംഡ ഡി ബൈ 2a. ഇവിടെയൊക്കെയാണ് ഡാർക്ക് ബാൻഡുകൾ ഫോം ചെയ്യുന്നത്. 3 ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇതാണ് 3 ഇക്വേഷൻ: ബാൻഡ് വിഡ്ത്ത്, ഡാർക്ക് ബാൻഡ്, ബ്രൈറ്റ് ബാൻഡ്. അതേപോലെ തന്നെ സിംഗിൾ സ്ലിറ്റിനകത്ത് 3 ഇക്വേഷൻ പഠിക്കുക. ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ ലാംഡ ഡി ബൈ എന്താണ് മക്കളെ, a എന്ന് വരും. അവിടെ 2a ആണെങ്കിൽ അവിടെ നമുക്ക് ലാംഡ ഡി ബൈ a ആണെങ്കിൽ ഇവിടെ 2 ലാംഡ ഡി ബൈ എന്ത് വരും മക്കളെ, a എന്ന് വരും. ആംഗുലാർ വിഡ്ത്ത് ആണെങ്കിൽ ലാംഡ ബൈ ഈ ഡി മായ്ച്ച് കളഞ്ഞാൽ ആംഗുലാറിൻ്റെ ടൈമിൽ കിട്ടും കേട്ടോ. ആംഗുലാറിൻ്റെ ടൈമിലാണെങ്കിൽ ഒന്നുമില്ല, എന്തായിരിക്കും കിട്ടുന്നത്, 2 ലാംഡ ബൈ a എന്ന് കിട്ടും. ഇനി ബ്രൈറ്റ് ബാൻഡ് ആണെങ്കിൽ മക്കളെ പഠിച്ചോളുക, ബ്രൈറ്റ് ബാൻഡ് ആണെങ്കിൽ കണ്ടീഷൻ പഠിച്ചോളുക. xn = 2n+1. ഇതങ്ങ് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. 2n+1 ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ 2a. ഇതാണ്, ഇവിടേക്കാണ് ബ്രൈറ്റ് ബാൻഡുകൾ ഉണ്ടാകുന്നത്. ഇനി ഡാർക്ക് ബാൻഡ് ഉണ്ടാകുന്ന പഠിച്ചു വെച്ചോളുക. 2n ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ എന്താണ് മക്കളെ, ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ a ആണ്. ഈ 3 ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇനി ആംഗുലാർ വിഡ്ത്തിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഡി അങ്ങ് മായ്ച്ച് കളഞ്ഞാൽ മതി. ആംഗുലാർ വിഡ്ത്ത് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ xn ആണ് പറയുന്നത് അല്ലേ. xnന് പകരം ഈ തീറ്റ എന്നിൻ്റെ ടൈമിൽ പറയും, അതാണ് ആംഗുലാർ വിഡ്ത്ത് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ പരിപാടി. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ബാൻഡ് വിഡ്ത്തുമായിട്ടും അതേപോലെ തന്നെ യങ്സ് ഡബിൾ സ്ലിറ്റും സിംഗിൾ സ്ലിറ്റുമായിട്ട് ഈ ഒരു പാറ്റേൺ പഠിച്ചു വെക്കുക. ഇതാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഇതെന്തായിരിക്കും മക്കളെ, ഇത് ഇൻ്റർഫറൻസ് പാറ്റേൺ ആണ്. എന്താണ് ഇവരുടെ വ്യത്യാസം? ഇവിടെ 2 സ്ലിറ്റ് ഉണ്ട്, ഇവിടെ 1 സ്ലിറ്റ് ഉണ്ട്. ഡിഫ്രാക്ഷനിൽ ഫിനോമിന ഡിഫ്രാക്ഷൻ ആണ്. ഇൻ്റർഫറൻസിൽ ഡബിൾ സ്ലിറ്റിൽ ഇൻ്റർഫറൻസ് ആണെങ്കിൽ സിംഗിൾ സ്ലിറ്റിൽ എന്തായിരിക്കും, ഡിഫ്രാക്ഷൻ ആണ്. സിംഗിൾ സ്ലിറ്റിലാണെങ്കിൽ ഇൻറ്റൻസിറ്റി വ്യത്യസ്തമാണ്, ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോകും. പക്ഷേ ഡബിൾ സ്ലിറ്റിൽ ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. സിംഗിൾ സ്ലിറ്റിനകത്ത് ബാൻഡ് വിഡ്ത്ത് ഡിഫറൻ്റ് ആണെങ്കിൽ ഡബിൾ സ്ലിറ്റിനകത്ത് ബാൻഡ് വിഡ്ത്ത് എല്ലായിടും ഒരേപോലെ ആയിരിക്കും.
അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ഡിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കണം കേട്ടോ. ചിലപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റിലോട്ട് വരാം. In Young's double slit experiment, the distance between the slit is halved. Distance between the screen and slit is doubled. അതായത് മക്കളെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡി ഡാഷ് പകുതിയാക്കി, ക്യാപിറ്റൽ ഡി ഡാഷ് ഇരട്ടിയാക്കി എങ്കിൽ ബാൻഡ് വിഡ്ത്തിന് എന്ത് സംഭവിക്കും? നമുക്കറിയാം ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു, നമുക്ക് എഴുതാം ലാംഡ ഡി ഡാഷ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഡി ഡാഷ് ആണ്. എല്ലാം ഇട്ട് കൊടുത്താൽ ലാംഡ d/2 ഡിവൈഡഡ് ബൈ എന്താണ് ബൈ. നമ്മളെ ഒറ്റക്കാക്കിയിട്ട് പോകുന്നു. ബൈ കണ്ടില്ല നിങ്ങൾ പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. യെസ് മക്കളെ ശ്രദ്ധിക്കടാ, ഇത് തിരിഞ്ഞുപോയി, ഇക്വേഷൻ തിരിഞ്ഞുപോയി, എന്നോട് ക്ഷമിക്കുക, ഇക്വേഷൻ തിരിഞ്ഞുപോയി. ക്യാപിറ്റൽ ഡി ഡാഷ് ഡിവൈഡ് ബൈ ഡി ഡാഷ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും മക്കളെ? 2d എന്ന് കിട്ടും. ഇവിടെ നമുക്ക് d/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ലാംഡ d/d. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ടൈംസ് ബീറ്റ. 4 ടൈംസ് ഇൻക്രീസ് ചെയ്യും, 4 ടൈംസ് ഇൻക്രീസ് ചെയ്യും. 2 ടൈംസ് അല്ല, നോട്ട് 2 ടൈംസ്, 4 ടൈംസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. 4 ടൈംസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. തെറ്റിച്ച് കളയരുത് മക്കളെ, തെറ്റിച്ച് കളയരുത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് എഫക്റ്റ് ഓൺ ഇന്റർഫറൻസ് ഫ്രിഞ്ച് ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഡ്യൂ ടു ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്പറേഷൻ? ജസ്റ്റിഫൈ യുവർ ആൻസർ. മക്കളെ ഫ്രിഞ്ച് വിഡ്ത്തിന് എന്ത് സംഭവിക്കും? ദ സ്ക്രീൻ ഈസ് മൂവ്ഡ് അവേ ഫ്രം ദി പ്ലെയിൻ. സ്ക്രീൻ ഈസ് മൂവ്ഡ് അവേ. ക്യാപിറ്റൽ ഡി കൂട്ടിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. അടുത്തത് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ സ്ലിറ്റ് ഈസ് ഇൻക്രീസ്ഡ്. സ്മോൾ ഡി കൂട്ടിയാൽ സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേഷൻ ബിറ്റ്വീൻ സ്ലിറ്റ് ഈസ് ഇൻക്രീസ്ഡ്, ദ ബാൻഡ് വിഡ്ത്ത് ബിക്കം ഡിക്രീസ്ഡ്. മനസ്സിലായോ മക്കളെ? ഫോർ 2n+1 n is equal to 0 1 2 3. ഫോർ 2n-1 n is equal to 1 2 3 ആണോ സാർ? യെസ്, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, അതിനേക്കാൾ നല്ലത് നമ്മുടെ ഇക്വേഷൻ പഠിച്ചു വെക്കുന്നതാണ്, കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് n is equal to 1 ഇട്ട് കൊടുത്താൽ ഫസ്റ്റ് ബ്രൈറ്റ് ബാൻഡ് എന്ന് പറയാം, n is equal to 1 ഇട്ട് ഫസ്റ്റ് ഡാർക്ക് ബാൻഡ് എന്ന് പറയാം. ഞാൻ പറഞ്ഞ ഇക്വേഷൻ ആണെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ മാറ്റിയാൽ അതനുസരിച്ച് ബ്രൈറ്റ് ബാൻഡ് ഡാർക്ക് ബാൻഡ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. സാർ d is the distance between സ്ക്രീൻ ആൻഡ് സ്ലിറ്റ് ആണ്. സ്ലിറ്റ് നമ്മൾ ഡിസ്റ്റൻസ് ആണ്. സാർ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ് വേവ് യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ പറയാമോ? എടാ കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ നോക്കിയോളൂ. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണെങ്കിൽ 2 ലൈറ്റ് വേവ്സിൻ്റെ ക്രസ്റ്റുകൾ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ A1 + A2 ആവും. ആംപ്ലിറ്റ്യൂഡ് കൂടും. ഇതിനെ വിളിക്കുന്ന പേരാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും. ആംപ്ലിറ്റ്യൂഡ് ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഇൻറ്റൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ്. ഇൻറ്റൻസിറ്റി കൂടും. ഇനി ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണെങ്കിൽ നമ്മുടെ ക്രസ്റ്റും ട്രഫും തമ്മിലാണ് മീറ്റ് ചെയ്യുന്നത്. മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് കുറയും അല്ലേ? A1 മൈനസ് എന്താവും മക്കളെ? A2 ആവും. ഇൻറ്റൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞാൽ ഇൻറ്റൻസിറ്റി കുറയും. ദിസ് ഈസ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഓക്കെ ആണോ മോനെ? കിട്ടിയില്ലടാ? ഓക്കെ, യെസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റിഫൈ യുവർ ആൻസർ. ജസ്റ്റിഫിക്കേഷനാണ് പറഞ്ഞത്. വി നോ ദാറ്റ് വേണമെങ്കിൽ എഴുതി വെച്ചോ. ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ d/d. ഇതിനേക്കാൾ വലിയ ജസ്റ്റിഫിക്കേഷൻ ഒന്നുമില്ല. അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ, when we increase the distance between slit and screen, band width also increase. If we increase the distance between 2 slits, band width decrease. Justification എന്ന് വെച്ചാൽ ഇത് തന്നെ. ഈ എക്സ്പ്ലനേഷൻ എഴുതി വെക്കാനാണ് പറഞ്ഞത്, വേറെ ഒന്നുമില്ല. റെഡിയല്ലേ മോനെ? റെഡിയല്ലേടാ? റെഡിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ബാൻഡ് വിഡ്ത്ത് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ക്യാപിറ്റൽ ഡി, ബാൻഡ് വിഡ്ത്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്മോൾ ഡി എന്ന് പറയാം. അങ്ങനെ എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല. വൈറാസ ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന സ്ലിറ്റ് സ്ക്രീൻ നമ്മുടെ ഡിസ്റ്റൻസ് ആണ്. സ്മോൾ ഡി എന്ന് പറയുന്ന സ്ലിറ്റിൻ്റെ സെപ്പറേഷൻ ആണ്. ഓക്കെ റെഡി? നമുക്ക് അടുത്തിലോട്ട് പോകാം. ഒട്ടും സമയം കളയാനില്ല. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് 2 ഇൻ്റർഫറിങ് വേവ് സ്ക്രീൻ 5 λ/2 ലാംഡ ബീങ് വേവ് ലെങ്ത്. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് പാത്ത് ഡിഫറൻസ് തന്നിട്ടുണ്ട്. പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇൻ്റർഫിയറിംഗ് വേവ് എന്ന് പറയുന്നത് 5 λ ആണ്. പാത്ത് ഡിഫറൻസ് 5 λ ആണെങ്കിൽ അത് ഡാർക്ക് ആണോ ബ്രൈറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
മക്കളെ നമുക്കറിയാം പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എക്സ് എൻ ലാംഡ വന്നു കഴിഞ്ഞാൽ ഓർക്കുക, ഡെൽറ്റ എക്സ് എൻ ലാംഡ ആണെങ്കിൽ അത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്, ദാറ്റ് ഈസ് ബ്രൈറ്റ് ബാൻഡ് ആണ്. n ഈസ് ഈക്വൽ ടു 0 1 2 3 എക്സെട്ര. ഇനി പാത്ത് ഡിഫറൻസ് 2n-1 ലാംഡ 2n-1 ലാംഡ/2 ആണെങ്കിൽ ഇത് ഡാർക്ക് ബാൻഡ് കണ്ടീഷനാണ്. ഇവിടെ എന്നിന് നിങ്ങൾ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് സെൻട്രൽ മാക്സിമയാണ്. എന്നിന് 1 ഇട്ട് കൊടുത്താൽ ഫസ്റ്റ് ബ്രൈറ്റ് ബാൻഡ്, സെക്കൻഡ് ബ്രൈറ്റ് ബാൻഡ്, തേർഡ് ബ്രൈറ്റ് ബാൻഡ്. ഇവിടെ നമുക്ക് എന്നിന് വാല്യൂ ഇട്ട് കൊടുക്കാം. എന്നിൻ്റെ വാല്യൂ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? എൻ്റെ വാല്യൂ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3. ഇവിടെ 0 ഇട്ട് കൊടുക്കരുത്, മണ്ടത്തരം കാണിക്കരുത്, 0 എടുത്ത് മൊത്തം മൈനസായി പോകും. 1 2 3 എക്സെട്രയാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് ഇപ്പോൾ 7:30 റൈറ്റ്. 1 മണിക്കൂർ കൊണ്ട് റേ ഓപ്റ്റിക്സ് റെഡി അല്ലേ? നോക്കട്ടെ, ഞാൻ മാക്സിമം നോക്കാം. വേവ് ഓപ്റ്റിക്സ് കുറച്ചല്ലേ ഉള്ളൂ, അല്ല വേവ്സ് കുറച്ചല്ലേ ഉള്ളൂ, 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഓക്കെ മക്കളെ നോക്കടാ, ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇത് ഓർക്കുക. അപ്പോൾ നോക്കിയടാ, അപ്പോൾ നിങ്ങൾ നോക്കിയേ ഏത് ഡാർക്ക് ബാൻഡാണ് ഉണ്ടാകുന്നത്? 5 ലാംഡ/2 ആണ്. 5 ലാംഡ/2 ആണ്. നമുക്കറിയാം അര ലാംഡ വന്നാൽ ഫസ്റ്റ് ബ്രൈറ്റ് ബാൻഡ് അല്ലേ? 1.5 ലാംഡ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ബ്രൈറ്റ് ബാൻഡ്. 5 ലാംഡ ഡാർക്ക് ബാൻഡ്. 5 ലാംഡ/2 വന്നു കഴിഞ്ഞാൽ തേർഡ് ഡാർക്ക് ബാൻഡ്. അത്രയുള്ള പരിപാടി. യെസ് മക്കളെ, മനസ്സിലായടാ? ഇത് സിമ്പിൾ അല്ലേടാ? സിമ്പിൾ ആൻഡ് ഹംബിൾ ക്വസ്റ്റ്യൻ. സാർ പ്ലസ് ഓർ മൈനസ് ഉണ്ടോ? പാത്ത് ഡിഫറൻസിന് പ്ലസ് ഓർ മൈനസ് വേണ്ട, പാത്തല്ലേ? യെസ്, നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഒട്ടുമേ സമയം കളയാനില്ല. നമുക്ക് ഇനിയും ചാപ്റ്ററുകളുണ്ട്. സമയം നമ്മുടെ കയ്യിൽ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ വൺ ഓഫ് ദി സ്ലിറ്റ് ഓഫ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഈസ് ക്ലോസ്ഡ്. എടാ, ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു സ്ലിറ്റ് ക്ലോസ് ചെയ്തു എങ്കിൽ നമുക്കറിയാം ഇത് സിംഗിൾ സ്ലിറ്റ് ആയിരിക്കും. സിംഗിൾ സ്ലിറ്റ് ആണെങ്കിൽ ബാൻഡ് വിഡ്ത്തിന് എന്ത് സംഭവിക്കും? നമുക്കറിയാം ഡബിൾ സ്ലിറ്റ് ആണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ലാംഡ ഡി ബൈ എ ആണ്. എങ്കിൽ ഇത് ഡബിൾ സ്ലിറ്റ് ആണ്. ഇനി സിംഗിൾ സ്ലിറ്റ് ആണെങ്കിലോ 2 ലാംഡ ഡി ബൈ എന്ത് വരും മക്കളെ? എന്ന് വരും. എ അല്ലെങ്കിൽ ഡി, എ ഓർ ഡി. എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ബാൻഡ് വിഡ്ത്തിന് എന്ത് സംഭവിക്കും? ബാൻഡ് വിഡ്ത്ത് 2 ടൈംസ് ആവും. 2 ടൈംസ് ദ സെൻട്രൽ 2 ടൈംസ് അല്ലേ? ന്യൂ പാറ്റേൺ ഹാസ് ബാൻഡ് വിഡ്ത്ത് one of the double slit is closed. The new pattern has dash central maxima in അതിൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് 2 ലാംഡ. ആംഗുലാർ സൈസിലാണ്, അപ്പോൾ 2 ലാംഡ/a ഇങ്ങനെ എഴുതിയാൽ മതി. 2 ലാംഡ/a ആംഗുലാർ സൈസിലായതുകൊണ്ട് 2 ലാംഡ/a ഇസ് ദ ബാൻഡ് വിഡ്ത്ത് ഇൻ ആംഗുലാർ ബാൻഡ് വിഡ്ത്ത്. ആംഗുലാർ ആണേ. റെഡിയല്ലേ മക്കളെ? ഡബിൾ എന്ന് എഴുതണ്ട, ഡബിൾ എന്നല്ല. ന്യൂ പാറ്റേൺ ഹാസ് ഡാഷ് സെൻട്രൽ മാക്സിമം ഇൻ ആംഗുലാർ സൈസ് 2 ലാംഡ/a അങ്ങനെ എഴുതാം. 2 ലാംഡ/a എന്ന് തന്നെ എഴുതണേ. എടാ ഞാൻ പറഞ്ഞു 2n+1 എഴുതാം, നിങ്ങൾക്ക് 2n-1 എഴുതാം. ഞാൻ എഴുതിയ രീതിയിൽ എഴുതുകയാണെങ്കിൽ n = 1 2 3 എഴുതേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ 0 എന്നൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. റെഡി? യെസ്. നീ ഇവിടെ നീ 2n+1 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് n-ന് 0 എന്ന് തുടങ്ങണം. n 0 1 2 3 എക്സെട്ര. പക്ഷേ n 0 ഇട്ട് കൊടുക്കുമ്പോൾ നിനക്ക് ഇവിടെ കിട്ടുന്നത് ലാംഡ/2. അത് ഫസ്റ്റ് ഡാർക്ക് ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ n-ന് 1 തന്നെ തുടങ്ങണം. 1 തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. ഇവിടെ 0 ഇടാൻ കാരണം നമുക്ക് സെൻട്രൽ മാക്സിമേനെ ഫസ്റ്റ് ബ്രൈറ്റ് ബാൻഡ് എന്നല്ല പറയുന്നത്. സെൻട്രൽ മാക്സിമം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് വരുന്ന ബ്രൈറ്റ് ബാൻഡാണ് ഫസ്റ്റ് ബ്രൈറ്റ് ബാൻഡ്. അതുകൊണ്ടാണ് ഇവിടെ 0 തുടങ്ങിയത്, ഇവിടെ 1 തുടങ്ങിയത്. ഇവിടെ 1 തുടങ്ങുന്നതുകൊണ്ടാണ് 2n-1 ഇട്ടത്. ഞാൻ പറഞ്ഞ ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അവസാന നിമിഷം നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് എന്തെങ്കിലും ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി. റെഡി? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യനോട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യാം? കടക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്, അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കടാ. എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് വേവ് ഫ്രണ്ട്? എന്താണ് വേവ് ഫ്രണ്ട് എന്നും വാട്ട് ഈസ് ദ പ്രൊപ്പഗേറ്റ് യൂസിങ് ദ ഹൈഗൻ അതൊക്കെ അറിയാവുന്നതാണ്. ആ ലോ ഓഫ് റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യാൻ 2020 ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ നോക്കാം. എ പാരൽ ബീം ഓഫ് ലൈറ്റ് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. 500 നാനോമീറ്റർ ആണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഫാൾസ് ഓൺ എ നാരോ സ്ലിറ്റ് ആസ് എ റിസൾട്ടിങ് നാരോ സ്ലിറ്റ് ആണ്, ഡബിൾ സ്ലിറ്റ് അല്ല. ശ്രദ്ധിക്കുക. The resulting refraction pattern is obtained on the screen 1 meter away. Distance between slit and screen തന്നിട്ടുണ്ട്. The first minima is formed at a distance 2.5 mm from the center of the screen. Find the width of the slit and distance of first secondary maximum from the central. അത് നമുക്ക് ആദ്യമേ width of the slit കണ്ടുപിടിക്കാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എടുത്ത് എഴുതാം.
വേവ് ലെങ്ത് തന്നിട്ടുണ്ട് മക്കളെ. എത്രയാണ് വേവ് ലെങ്ത്? 500 നാനോമീറ്റർ. 500 നാനോമീറ്റർ ആണ് വേവ് ലെങ്ത്. അടുത്തത് ക്യാപിറ്റൽ ഡി തന്നിട്ടുണ്ട്. സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്. 1 മീറ്റർ ആണ്. ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് 2n-1 എന്ന് അങ്ങനെ കേട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ക്യാപിറ്റൽ ഡി തന്നിട്ടുണ്ട്. The first minimized formed at distance 2.5 mm. ഫസ്റ്റ് മിനിമം എന്ന് വെച്ചാൽ xnൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 2.5 mm ആണ്. 2.5 mm മാറ്റാൻ വേണ്ടി 10⁻³ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. നാനോമീറ്ററിനെ മാറ്റാൻ വേണ്ടി 10⁻⁹ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. റെഡിയല്ല മക്കളെ? ഇത് മീറ്ററിലോട്ടായി, എല്ലാം ഇപ്പോൾ മീറ്ററിലായി. കണ്ടുപിടിക്കേണ്ടത് ഏത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാടാ, വിഡ്ത്ത് ഓഫ് ദി സ്ലിറ്റ് ആണ്. അതായത് ഒന്നാമത്തെ ഫസ്റ്റ് മിനിമം എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് മിനിമം ആണെങ്കിൽ n = നിങ്ങൾക്ക് 1 എന്ന് കൊടുക്കാം. ഫസ്റ്റ് മിനിമം ആയതുകൊണ്ട് n = 1 ആണ്. നമുക്കറിയാം മിനിമം ഇക്വേഷൻ എന്താ മക്കളെ? സിംഗിൾ സ്ലിറ്റ് ആണ് മിനിമം ഇക്വേഷൻ അറിയുക. n ലാംഡ ക്യാപിറ്റൽ ഡി ബൈ എന്താണ് മക്കളെ? ക്യാപിറ്റൽ ഡി ബൈ ആണ്. n ലാംഡ ക്യാപിറ്റൽ ഡി ബൈ ആണ്. xnൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 2.5 × 10⁻³ ആണ്. n-ൻ്റെ വാല്യൂ 1 ആണ്. ലാംഡ എന്ന് പറയുന്നത് 500 × 10⁻⁹ ആണ്. ക്യാപിറ്റൽ ഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1 ആണ്. ഡിവൈഡഡ് ബൈ എ ആണ് കണ്ടുപിടിക്കേണ്ടത് മക്കളെ. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുക. എയുടെ വാല്യൂ ഞാൻ ഡയറക്റ്റ് എഴുതാം. എയുടെ വാല്യൂ അല്ലെങ്കിൽ ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 2 × 10⁻⁴ മീറ്റർ എന്ന് കിട്ടി. എയുടെ വാല്യൂ കിട്ടി. പരിപാടി കഴിഞ്ഞു. എയുടെ വാല്യൂ കിട്ടി. യെസ്. എങ്കിൽ അടുത്തത് മക്കളെ, ഡിസ്റ്റൻസ് ഓഫ് ദി ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം. മക്കളെ ശ്രദ്ധിക്കടാ. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ. എന്താണ് സെക്കൻഡറി മാക്സിമ? സെക്കൻഡ് ബ്രൈറ്റ് ബാൻഡ്. അപ്പോൾ നിങ്ങൾ ഏത് ഇക്വേഷനാണ്? ഞാൻ പറഞ്ഞ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. ഡിഫ്രാക്ഷൻ ആണോ? ബ്രൈറ്റ് ബാൻഡ് ഇക്വേഷൻ എന്താണ് മക്കളെ? ഒന്നും നോക്കണ്ട, 2n+1 ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. 2n-1 ഇട്ടാൽ നിങ്ങൾക്ക് 1 ഇടേണ്ടി വരും. n-ന് 1 ഇടേണ്ടി വരും. n-ന് 3 ഇടേണ്ടി വരും. 2n+1 ലാംഡ ഡി ബൈ എന്താണ് മക്കളെ? എ ആണ്. ഒന്നുമില്ല, n = 2. സെക്കൻഡ് ബ്രൈറ്റ് ബാൻഡാണ് ചോദിച്ചിരിക്കുന്ന. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം ആണെങ്കിൽ n-ന് 1 ഇട്ട് കൊടുത്താൽ മതി. n = 1. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം ആണ്. n-ന് നിങ്ങൾ എന്ത് ചെയ്യുക? 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുകൂടാ? xn = 3 ലാംഡ ഡിവൈഡ് ബൈ 2a. 3 ലാംഡ ഡിവൈഡ് ബൈ 2a എന്ന് കിട്ടും. 3 × ലാംഡ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 500 × 10⁻⁹ ക്യാപിറ്റൽ ഡി 1 ആണ്. 2 × സ്മോൾ ഡി ഇപ്പോൾ കിട്ടി. 2 × 10⁻⁴ ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് xnൻ്റെ വാല്യൂ കിട്ടുന്നത് 3.73 മില്ലിമീറ്റർ എന്ന് കിട്ടും. 3.73 മില്ലിമീറ്റർ അല്ലെങ്കിൽ 375 × 10⁻⁵ മീറ്റർ അങ്ങനെയാണ് കിട്ടുന്നത്. അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്, ഉഷാർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എൻ്റെ ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് കടക്കാൻ പോകുന്നു. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. മെയിൻലി നിങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ എന്തൊക്കെ നോക്കിയിട്ട് പോകണോ ഞാൻ പറഞ്ഞുതരാം. നോക്കിയിട്ട് പോകേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്താണെന്ന് നോക്കിയിട്ട് പോകണം. അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നോക്കിയിട്ട് പോവുക. അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഇക്വേഷൻ നോക്കിയിട്ട് പോവുക. ആ E = EX sin kx മൈനസ് ആ ഒരു ഇക്വേഷൻ ഉള്ളൂ, KZ - ωt, ആ ഇക്വേഷൻ നോക്കിയിട്ട് പോവുക. പിന്നെ അവിടെ മെയിനായിട്ട് വരുന്ന ഇക്വേഷൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? E0/V0 എന്ന് പറയുന്നത് അവിടെ മെയിനായിട്ട് വരുന്ന ഇക്വേഷൻ പറഞ്ഞുതരാം. E0/V0 എന്ന് പറയുന്നത് എന്താണ് മക്കളെ? C ആണ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്കം ആണെങ്കിൽ 1/√μ0 × ε0 ആണ്. ഇതിൻ്റെ വാല്യൂ 3 × 10⁸ ആണ്. ഒരു മീഡിയത്തിലാണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് C/√μr × ε0r ആണ്. ഒരു മീഡിയം ആണെങ്കിൽ C/√μr × ε0r ആണ്. മെയിൻലി ഈ 3 ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവുക. ഏതെങ്കിലും ഒരെണ്ണം പ്രോബ്ലം എന്ത് ചെയ്യാം? ചോദിക്കാം. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് പഠിച്ചിട്ട് പോവുക. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് വെച്ചാൽ ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നിടത്ത് ഒരു ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അവിടെ ഉണ്ടാകുന്ന ഒരു കറണ്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അതിന് ആ കറണ്ട് ഉണ്ടാകാൻ എന്തിൻ്റെ ആവശ്യമില്ല? ചാർജിൻ്റെ ഫ്ലോ മൂലമല്ല ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ മൂലം ഉണ്ടാകുന്ന കറണ്ടിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. അതിന് ഇക്വേഷൻ എല്ലാവരും പഠിക്കുക. ID = ε0 d∅ എന്താണ് മക്കളെ? dt. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഇത് വെച്ചിട്ട് നമ്മുടെ മാക്സ്വെൽ ആംപീരിയൻ സർക്യൂട്ട് തിയറത്തിനകത്തുണ്ടായ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആംപീരിയൻ സർക്യൂട്ട് തിയറം ഇങ്ങനെ മാറ്റി. ലൈൻ ഇൻ്റഗ്രൽ B.dl = μ0 × IC+ എന്താക്കി മക്കളെ? ID ആക്കി. ഈ IC എന്ന് പറയുന്നത് നമുക്കറിയാം കണ്ടക്ഷൻ കറണ്ടാണ്. ID എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ്. IC എന്ന് പറയുന്നത് വയറിനകത്ത് ഒഴുകുന്ന കറണ്ടാണ്. ID എന്ന് പറയുന്നത്
പ്ലേറ്റിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും അതേപോലെ തന്നെ കണ്ടക്ഷൻ കറണ്ടും ന്യൂമറിക്കലി അതിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരു കപ്പാസിറ്ററിനകത്ത് വയറിലൂടെ പോകുന്ന കറണ്ടാണ് IC എന്ന് പറയുന്നത്. ഈ ഫ്രീ സ്പേസിൽ ഉണ്ടാകുന്ന കറണ്ടാണ് ID എന്ന് പറയുന്നത്. ഇത് 2.5 ആണെങ്കിൽ ഉറപ്പാണ് ഇതും 2.5 ആംപിയർ തന്നെ ആയിരിക്കും. ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന കറണ്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഓക്കെ എടാ, പിന്നെ ആ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം മക്കളെ നിങ്ങൾ നോക്കിയിട്ട് പോവാ. RMILUXG, രമണിയിൽ X കൊണ്ട് വിളിച്ചു. ഓക്കെ, R റേഡിയോ വേവ്, M മൈക്രോവേവ്, I ഇൻഫ്രാറെഡ്, L വിസിബിൾ ലൈറ്റ്, U അൾട്രാ വയലറ്റ്, X എക്സ്റേസ്, G ഗാമ റേസ്. ഫ്രീക്വൻസിയുടെ ഓർഡറാണ്. ആ ഓർഡർ പഠിക്കുക, ആ വേവ്സിൻ്റെ എല്ലാം പ്രോപ്പർട്ടി പഠിച്ചിട്ട് പോവുക, പ്രൊഡക്ഷൻ പഠിച്ചിട്ട് പോവുക. പറ്റുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ വേവ് ലെങ്ത് ഏതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്യുക പഠിച്ചിട്ട് പോയി. ഫ്രീക്വേൻസി റേഞ്ച് അല്ലെങ്കിൽ വേവ് ലെങ്തിൻ്റെ റേഞ്ച്, ആ അത്രയും എണ്ണത്തിൻ്റെ റേഞ്ച് പഠിച്ചിട്ട് പോവുക. ചിലപ്പോൾ റേഞ്ച് വെച്ച് ചോദിക്കും, ഈ റേഞ്ചിലുള്ളത് ഏത് വേവാണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവാണ് ചോദിക്കും. അത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിനകത്ത് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും പഠിച്ച ആ ചാപ്റ്റർ സെറ്റാണ്. അതിൽ നിന്ന് വേറെ അപ്പുറം ഒന്നും ചോദിക്കില്ല. നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. എടാ, ക്വസ്റ്റ്യൻ ഇതാണ്. E and B represent electric and magnetic field of the electromagnetic wave ആണ്. Electromagnetic wave. The direction of propagation of electromagnetic wave ഡയറക്ഷൻ പറയുന്നത് E cross B ആണ്. E cross B ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഡയറക്ഷൻ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 2023 ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ചാർജ്. ഏത് ചാർജാണ് മക്കളെ? ആക്സിലറേറ്റിംഗ് ചാർജാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്സിലറേറ്റിംഗ് ചാർജാണ്. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം, അത് C ആണ്. E0/V0 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, C ആണ്. അടുത്തത് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് യൂസ്ഡ് ഇൻ റഡാർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് മക്കളെ? മൈക്രോവേവ് ആണ് റഡാർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുക എന്താണ്? ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ടു കിൽ ദ ജെയിംസ് ഇൻ വാട്ടർ പ്യൂരിഫയറിനകത്ത് ജെയിംസിനെ കൊല്ലുന്ന ആരായിരിക്കും മക്കളെ? ഒന്ന് പറഞ്ഞേടാ, ആരായിരിക്കും? അത് മറ്റാരുമല്ല, അൾട്രാ വയലറ്റ് ആണ്. സ്റ്റെറിലൈസിങ്, അതായത് നമ്മുടെ മെഡിക്കലിൻ്റെ ഇൻസ്ട്രുമെൻറ്റിലെ സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് അത് ഗാമ റൈസ് ആയിരിക്കും, മാറിപ്പോലെ. ദെൻ അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഹാസ് ലീസ്റ്റ് വേവ് ലെങ്ത് കുറവുള്ള ആർക്കാണോ ഫ്രീക്വൻസി കൂടുതൽ അയാൾക്ക് വേവ് ലെങ്ത് കുറവായിരിക്കും, ഗാമ റൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദി പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. നമുക്ക് ഓരോ നോക്കാം. ദീസ് വേവ്സ് ഡു നോട്ട് റിക്വയർ എനി മീഡിയം. കറക്റ്റാണ്, ഇതിന് മീഡിയത്തിൻ്റെ ആവശ്യം ഇല്ല. ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആർ അറ്റൈൻ എ മാക്സിമം ആൻഡ് മിനിമം അറ്റ് ദി സെയിം ടൈം. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരേ ഫേസിലാണ്. ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം, ഇലക്ട്രിക് ഫീൽഡ് മിനിമം ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മിനിമം ആവും. അടുത്ത ക്വസ്റ്റ്യൻ, ദ എനർജി ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ഡിവൈഡഡ് ഈക്വലി. നമുക്കറിയാം എനർജീനെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ദെൻ ലാസ്റ്റ് D എന്ന് പറയുന്നത് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആർ പാരലൽ ടു ഈച്ച് അതർ. രണ്ടുപേരും എങ്ങനെയാണ്? പാരലാണ്. ഒരിക്കലുമല്ല, ഇത് തെറ്റാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ D is the right answer. മനസ്സിലായോ മക്കളെ? നമുക്ക് അടുത്തതിലോട്ട് പോകാം. യെസ്, നമുക്ക് അടുത്തതിലോട്ട് പോകാം. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ലൈവ് കഴിയുമ്പോൾ നമ്മളൊരു 5000 ലൈക്ക് ആക്കാൻ നിങ്ങൾ പറഞ്ഞ് സമ്മതിച്ചാണ്, അത് അങ്ങോട്ട് ആകുന്നില്ല. യെസ് മക്കളെ, അസേർഷൻ റീസൺ ആണ് ക്വസ്റ്റ്യൻ. അസേർഷൻ ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ദ ഡയറക്ഷൻ ഓഫ് വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ആൾസോ പെർപെൻഡിക്കുലർ ദ ഡയറക്ഷൻ ഓഫ് ദി പ്രൊപ്പഗേഷൻ. നമുക്കറിയാം അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാൻസ്വേഴ്സ് നേച്ചർ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ രണ്ടും ശരിയാണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ബോത്ത് ആർ ട്രൂ. ഓക്കെ, യെസ്, മനസ്സിലായടാ? സിമ്പിൾ അല്ലേടാ? റെഡി? നമുക്ക് അടുത്തിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഗിവ് ദ വെലോസിറ്റി ഓഫ് ദി 2 ലൈറ്റ് വേവ്സ് ഓഫ് വേവ് ലെങ്ത് 4000 ആംസ്ട്രോം 8000 ആംസ്ട്രോം ട്രാവലിംഗ് ഇൻ വാക്കം. വാക്കത്തിലാണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? വാക്കത്തിൽ പറ മക്കളെ. വാക്കമാണെങ്കിൽ എന്തായിരിക്കും വെലോസിറ്റി? പറയൂ, വെലോസിറ്റി എന്തായിരിക്കും? യെസ്, 3 × 10⁸. കാരണം എന്താണ്? മീഡിയം അല്ല, വാക്കത്തിലാണെങ്കിൽ എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെയും വെലോസിറ്റി സെയിം ആയിരിക്കും. റെഡിയല്ലേ മക്കളെ?
സാർ ഏൻ സാർ എന്താ ഏൻ സാറിന് വയ്യാത്തതുകൊണ്ടാണ് ക്ലാസ് എടുക്കാത്തത്? നിങ്ങൾ ആ വീഡിയോ കണ്ടായിരുന്നോ? ഏൻ സാറിന് ഇട്ടൊരു വീഡിയോ കണ്ടായിരുന്നോ? ആ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾ ഈ ചോദിക്കില്ല, ഇങ്ങനെ സൗണ്ട് ശരിക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ്. എന്നിട്ട് ആ സാറ് നിങ്ങളോട് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ വീഡിയോ എടുത്തിട്ട് തന്നത് കേട്ടോ. ആ കിർച്ചോഫ് റൂൾ നിങ്ങൾക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സാർ ഇട്ട് തന്നത്. സാറിന് ഭയങ്കരമായിട്ട് ഫിസിക്കലി മീൻസ് സൗണ്ടൊക്കെ പോയി കിടക്കുവാണ്. കണ്ടിന്യൂസ് ക്ലാസ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളും ഇതേപോലെ പോവും കുറച്ച് കഴിഞ്ഞ്. ഓക്കെ, അയ്യോ ഇവരെ തീരുമാനമായി. യെസ്, അടുത്ത് റയോപ്റ്റിക്സ് ഉണ്ട് കേട്ടോ. ഇനി അടുത്ത് ഒരു AC സോഴ്സ് വേരിയബിൾ ഫ്രീക്വൻസീസ് കണക്റ്റഡ് ടു എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഹൗ വിൽ ദ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് അഫക്റ്റഡ് ദി ഡിക്രീസ് ഓഫ് ഫ്രീക്വൻസി സോഴ്സ്? ഒന്നുമില്ല മക്കളെ, ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് നമുക്കറിയാം എന്തിന് ഈക്വലാണ്? കണ്ടക്ഷൻ കറന്റ് ഈക്വലാണ്, ന്യൂമറിക്കലി ഈക്വലാണ്. അപ്പോൾ കണ്ടക്ഷൻ കറന്റ് കുറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് കുറയും. നമുക്കറിയാം കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ 1/C⍵ ആണ് അല്ലേ. ഫ്രീക്വൻസി കുറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൂടും. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൂടിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കറണ്ട് എന്ത് ചെയ്യും മക്കളെ? കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞാൽ, കണ്ടക്ഷൻ കറണ്ട് കുറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കുറയും, ഡിക്രീസ് ചെയ്യും. ഇതൊന്ന് പഠിച്ചു വെച്ചോ, ഡിക്രീസ് ചെയ്യും. റെഡി, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. depict the diagram of electromagnetic wave propagating x-axis along positive x-axis with the electric field along y-axis. Electromagnetic വേവിൻ്റെ ഡയറക്ഷൻ x-axis ആണ്. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ y-axis ആണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അന്തസ്സായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. നോക്കുക, ഇത് പോകുന്നത് x ഡയറക്ഷനിലാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇലക്ട്രിക് ഫീൽഡ് y ഡയറക്ഷനിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് z ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. അടിപൊളി ഫിഗറാണ്. അടുത്ത ക്വസ്റ്റിലോട്ട് നമുക്ക് കടക്കാം. നെയിം ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ദാറ്റ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഡയഗ്നോസ്റ്റിക് ടൂൾ ഇൻ മെഡിസിൻ. മക്കളെ പറയടാ, എക്സ്റേ ആണ് അല്ലേ, എക്സ്റേ ആണ്. അടുത്തത് നെയിം ദ കറണ്ട് വിച്ച് ക്യാൻ ഫ്ലോ ഈവൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് ഇല്ലാതെ ഉണ്ടാകുന്ന കറണ്ട് എന്താണ് നമുക്കറിയാം, അത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഈസ് യൂസ്ഡ് ടു റഡാർ. റഡാർ ആണെങ്കിൽ നമുക്കറിയാം അത് മൈക്രോവേവ് ആണ്. റെഡി, അടുത്തതിലോട്ട് പോകാം. ഹൗ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ആക്സിലറേറ്റിംഗ് ചാർജ്. എങ്ങനെയാണ് ആക്സിലറേറ്റിംഗ് ചാർജ് ഇലക്ട്രോമാഗ്നറ്റിക് ഉണ്ടാകുന്നത്? നമുക്കറിയാം ആക്സിലറേറ്റിംഗ് ചാർജ് ഓസിലേറ്റിംഗ് ചാർജ് പ്രൊഡ്യൂസ് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ സ്പേസ്. ദിസ് ടേൺ ടു പ്രൊഡ്യൂസിങ് ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ, ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഇവർ രണ്ടുപേരും കൂടെ തോളത്ത് കൈയിട്ടുണ്ട് ഒരിടത്തു നിന്ന് മറ്റിടത്തോട്ട് പോകും അല്ലേ. ഇറ്റ് പ്രൊപ്പഗേറ്റ്സ് വൺ പോയിന്റ് ടു അനദർ. അതിനെയാണ് നമ്മളിത് വിളിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. മക്കളെ, ചാർജിങ് കറണ്ട് ഓഫ് കപ്പാസിറ്റർ, ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജിങ് കറണ്ട് ദാറ്റ് ഈസ് കണ്ടക്ഷൻ കറണ്ട് ഈസ് 0.25 ആംപിയർ. വാട്ട് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് നമുക്കറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് 0.25 തന്നെ ആയിരിക്കും. ഒരു മാറ്റവുമില്ല. ബിക്കോസ് അതിന് കാരണം പറയുന്നത് ഒരു കറണ്ട് കാര്യം കണ്ടക്റ്റിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണോ അതേ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് കപ്പാസിറ്റർ പ്ലേറ്റിന് ഇടയിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അവിടെ ഉണ്ടാകുന്ന കറണ്ടും ഇവിടുത്തെ കറണ്ടും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് എ റീസൺ. ഓക്കെ സാറേ, ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻ പറഞ്ഞു തരുമെന്നോ? പിന്നെ എത്ര നേരം എന്താണ് പറഞ്ഞിരുന്നത്? യെസ്, അടുത്തത് അറേഞ്ച് ദ ഫോളോയിങ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദി ഫ്രീക്വൻസി. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദി ഫ്രീക്വൻസിയിൽ നമ്മളിതിൻ്റെ ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഗാമ റേസ് ആണ് ഏറ്റവും ഫ്രീക്വൻസി കൂടുതൽ. അതിനുശേഷം ഞാനതങ്ങ് എഴുതാം, രമണി ലെക്സ് കൊണ്ട് ഗുണിച്ചു. ഓക്കെ, റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ റേസ്. അപ്പോൾ ഗാമ റേസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്ന എക്സ്റേസ് ഇല്ല, പിന്നെ വരുന്ന അൾട്രാവയലറ്റ് ആണ്. യു വി ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആരാണ് മക്കളെ? അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആരാണ്? ഇൻഫ്രാറെഡ് ഉണ്ടോ? ഇൻഫ്രാറെഡ് ഉണ്ട്, IR ആണ്. അത് കഴിഞ്ഞ് അവസാനം വരുന്ന മൈക്രോവേവ് ആണ്. യെസ്, ഇതാണ്. റെഡി അല്ലേ? കഴിഞ്ഞു. ഓക്കെ, 23 മാർക്ക് കിട്ടുവാടാ, പേടിക്കണ്ട. ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. 2013 ഒരു ക്വസ്റ്റ്യനാണ്. വെൽഡേഴ്സ് വിയർ സ്പെഷ്യൽ. എന്തിനാണ് വെൽഡർ ഉപയോഗിക്കുന്നത്? ഒന്നുമില്ല, അത് അൾട്രാവയലറ്റ് റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. അത് ആ സാധനം ഇങ്ങനെ അതായത് അവിടെ നിന്നുണ്ടാകുന്നു, അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉണ്ടാകുന്നു, അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ്. ഈ അൾട്രാവയലറ്റിൻ്റെ ഫ്രീക്വൻസി റേഞ്ചും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അൾട്രാവയലറ്റ് ആണെങ്കിൽ ഇതാണ് നാനോമീറ്റർ ആണ്. ഇതിനെ നിങ്ങൾ ഫ്രീക്വൻസിയോട് കൺവേർട്ട് ചെയ്യുക. ν = c/λ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫ്രീക്വൻസി ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 100 to 400 നാനോമീറ്റർ ആണ് അൾട്രാ വയലറ്റ് റേസിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ റേഞ്ചും കൂടെ നോക്കിയിട്ട് പോകണവേ. ഹൗ ആർ ഇൻഫ്രാറെഡ് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ്, ഗിവ് എനി 2 യൂസസ്. എങ്ങനെയാണ് ഇൻഫ്രാറെഡ് ഉണ്ടാക്കുന്നത് മക്കളെ? നമുക്കറിയാം ഹോട്ട് ബോഡീസ് ആണ് ഇൻഫ്രാറെഡ് വേവ്സ് ഉണ്ടാക്കുന്നത് അല്ലേ.
ഓക്കെ, അതേപോലെ യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം മെയിൻറ്റെയിൻ ദ ആവറേജ് ടെമ്പറേച്ചർ, എർത്തിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും റിമോട്ട് സ്വിച്ചസിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഇൻഫ്രാറെഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇൻഫ്രാറെഡ് ഗ്രീൻ ഗ്യാസ് എഫക്റ്റിന് കാരണക്കാരനും ഇൻഫ്രാറെഡ് ആണ്. യെസ് എങ്കിൽ നമുക്ക് അടുത്തോട്ട് പോകാം. ഹൗ ആർ എക്സ്റേ പ്രൊഡ്യൂസ്ഡ്? എങ്ങനെയാണ് എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെറ്റൽ ടാർജറ്റിലോട്ട് ഹൈ എനർജറ്റിക്കായി ഇലക്ട്രോൺസ് മെറ്റൽ ടാർജറ്റിൽ വന്ന് ബൊമ്പാർഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്റേസ് ഉണ്ടാകുന്നത്. യൂസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഡയഗ്നോസ്റ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നുണ്ട്. മക്കളെ, ആ എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെയും പ്രോപ്പർട്ടീസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായും പഠിച്ചിട്ട് പോവുക. ഉറപ്പായും അവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായും ഉണ്ടായിരിക്കും. പ്രോപ്പർട്ടീസ് പഠിച്ചിട്ട് പോവുക, പ്രൊഡക്ഷൻ പഠിച്ചിട്ട് പോവുക. ഡിറ്റക്ഷൻ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പ്രൊഡക്ഷൻ, പ്രോപ്പർട്ടീസ്, അതിൻ്റെ വേവ് ലെങ്തിൻ്റെ റേഞ്ചും കൂടെ ഒന്ന് നോക്കിയിട്ട് പോയാൽ അന്തസ്സായിരിക്കും. ഇത് നമുക്കറിയാം അൾട്രാവയലറ്റ് ആണ് ജെയിംസിനെ കൊല്ലുന്നത്. ഓക്കെ അല്ലേടാ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് മെയിൻലി എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആ ഡെറിവേഷൻ ഒന്ന് പറഞ്ഞിരിക്കുന്നു. ഹൗ ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ആംബിയന്റ് സർക്യൂട്ട് ലോ മോഡിഫൈ ദ പ്രസൻസ് ഓഫ് ഡിസ്പ്ലേസ് കറണ്ട് പ്രസൻസിലുള്ള ഇക്വേഷൻ എങ്ങനെ ഇക്വേഷൻ മോഡിഫൈ ചെയ്തതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാവുന്നതാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് എപ്സിലോൺ 0 d5 എന്താണ്? dt ആണ്. എങ്കിൽ ആംബിയന്റ് സർക്യൂട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ലൈൻ ഇൻ്റഗ്രൽ B.dl = μ0 × IC പ്ലസ് എന്താണ്? ID. ഇതാണ് ആംബിയന്റ് സർക്യൂട്ട് നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പോയി എക്സാം എഴുതുക. പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പേടിച്ചുകൊണ്ട് തന്നെ ഇരിക്കത്തേ ഉള്ളൂ. അല്ലാതെ ഒരു കാര്യം അതിനകത്തില്ല. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പോയി നിങ്ങൾ പഠിച്ചതേ വരൂ എന്ന ഒരു ഒറ്റ കോൺഫിഡൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാം ഹാൾ കയറിയാൽ മതി. അത്രേ ഉള്ളൂ കാര്യം കേട്ടോ. ലാസ്റ്റ് റേ ഒപ്റ്റിക്സ് ആണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ ശബരി സാർ സെൻഡ് കർത്തോ. ഓക്കെ റെഡി? യെസ്, നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ ഉടനെ ഒരു സാർ എത്ര മണിക്കൂർ എടുക്കുന്നത്? 1 hour അല്ലേ? മാക്സിമം 1 hour ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലൈഡ് സെൻഡ് ചെയ്ത് തരും. സ്ലൈഡ് ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. എല്ലാവരും സ്ലൈഡ്സ് ഒന്ന് റിവൈസ് ചെയ്യണവേ. യെസ് റെഡി? ഒരുക്കമോ? ഓക്കെ യെസ്, എല്ലാവരെയും പഠിച്ചവരെ അനുഗ്രഹിക്കട്ടെ. യെസ് മക്കളെ, അവസാനത്തെ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റേ ഒപ്റ്റിക്സ്. റെഡി അല്ലേടാ? സോ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ലൈവ് തുടങ്ങിയിട്ട് എത്ര സമയമായി? ഇപ്പോൾ എത്രയായി? 10.5 മണിക്കൂറായി. 10.5 മണിക്കൂറായി. സോ നമുക്ക് ഈ ലൈവ് 12 മണിക്കൂറാണ് മാക്സിമം നീട്ടി കൊണ്ടുപോകാൻ പറ്റുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ ഇങ്ങനെ പറയാന്നേ ഉള്ളൂ. അതൊന്നും റെക്കോർഡ് ആവില്ല. നമുക്ക് കാണാൻ പറ്റുമോ? ലൈവായിട്ട് കാണാൻ പറ്റും. യെസ് റെക്കോർഡ് ആവില്ല. സോ നമുക്ക് ആ ഒരു 12 മണിക്കൂറിൻ്റെ മുന്നേ കാര്യങ്ങൾ നിർത്തണം. സോ ലാസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ പോകുന്ന ഷുവർ ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ്. നിങ്ങൾ ഒരുപാട് സമയം ചോദിക്കുന്നുണ്ട്. യെസ്, ഒരു 250 ലൈക്ക് കൂടെ ആയിരിക്കും 5000 ലൈക്ക്. CBSE +2 5000 ലൈക്ക് എന്ന് പറയുന്ന ചരിത്രമായിരിക്കും. സോ ആ ലൈക്കൊക്കെ അവർ എത്തിക്കും സാറേ. വേഗം തീർക്കുകയാണ്. റേ ഒപ്റ്റിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ വി ആർ മൂവിങ് ഫോർവേഡ് ടു ദി ഫസ്റ്റ് ഡെറിവേഷൻ. മക്കളെ 3 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒബ്റ്റെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ R and F. R ഉം F തമ്മിലുള്ള റിലേഷൻ ആണ്. നമുക്കറിയാവുന്ന റിലേഷൻ തന്നെയാണ്. എന്തായിരുന്നത്? R is equal to 2F. അതാണ് നമ്മുടെ റിലേഷൻ. ആരാണ് ഇപ്പം എൻ്റെ വെച്ചിരിക്കുന്നത്? R is equal to 2F. ഡ്രൈവ് ചെയ്യാൻ പോകുന്ന പെട്ടെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കോൺകേവ് മിററുകളാണ്. മിററിൻ്റെ ഡെറിവേഷൻ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. സോ മിറർ വരച്ചാൽ അടുത്ത കാര്യം അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സ് വരയ്ക്കുക എന്നുള്ളതാണ്. ഈ പോയിൻ്റാണ് P, ഈ പോയിൻ്റ് F ആണ്, ഈ പോയിൻ്റാണ് R അല്ലെങ്കിൽ C എന്ന് വിളിക്കാം ആ പോയിന്റിനെ. സോ മക്കളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഡെറിവേഷനാണ്. നമ്മൾ ഒരു പ്രാവശ്യം കൂടി അതൊന്ന് ഉറപ്പിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ടെക്നിക്ക് നോക്കുക, ആ കാര്യം മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ഫസ്റ്റ് ലൈറ്റ് വരുന്നു കമ്മിങ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിലൂടെ വരുന്നു. നമുക്കറിയാം ആ ലൈറ്റ് ഇതിലൂടെ പോകുക, ഫോക്കസിലൂടെ പോകും. ഇത്രയും നമുക്ക് അറിയുന്ന കാര്യമാണ്. പാരലായിട്ട് വന്നാൽ അത് ഫോക്കസിലൂടെയാണ് പോകുന്നത്. ഓക്കെ, സോ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് എന്തായിരുന്നുകൂടാ? നമ്മളവിടെ സിയിലൂടെ പോകുന്ന നോർമൽ വരയ്ക്കും. ആ പോയിന്റിൽ നോർമൽ വരയ്ക്കാൻ നമുക്ക് ഒരൊറ്റ കാര്യമാണ് ചെയ്യാവുന്നത്. എന്താണത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ നീട്ടി വരയ്ക്കുക. സോ ദാറ്റ് ലൈൻ ഈസ് കോൾഡ് വാട്ട്? നോർമൽ എന്ന് വിളിക്കും. ഇതാണ് നോർമൽ. സോ ഇത് നോർമൽ ആണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ദിസ് ഈസ് തീറ്റ ആൻഡ് ദിസ് ഈസ് ഓൾസോ തീറ്റ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിത്രത്തിൽ വരച്ചു വെക്കേണ്ടത്. സോ സി നോർമലാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊരു സൂത്രം കൂടി ചെയ്യുന്നു. അതിൻ്റെ മുകളിൽ ഡോട്ട് ലൈൻ ആക്കുന്നു. യെസ്,
സോ അത് ഡോട്ടഡ് ആയിട്ടില്ലേ, ഡോട്ടഡ് ആണെന്ന് വിചാരിക്കുന്നു, ഡോട്ടഡ് ആയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഇറ്റ്. സോ നമുക്ക് വേണ്ട കാര്യങ്ങൾ മക്കൾ കൃത്യമായി ശ്രദ്ധിച്ചോളൂ. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇത് വരയ്ക്കാനുള്ളത്. ഇഫ് ദിസ് ഈസ് തീറ്റ, ഈ ആംഗിൾ എത്രയായിരിക്കും? ദിസ് ഈസ് തീറ്റ ആയിരിക്കും. ദിസ് ഈസ് ഓൾസോ തീറ്റ ആൻഡ് ദിസ് ഈസ് 2 തീറ്റ. കാര്യം അറിയാമെന്ന് വിചാരിക്കുന്നു. പാരലൽ ലൈൻസ് ആണ്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കിയ ആംഗിൾ സെയിം ആണ്. സോ ഇതിനെങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആംഗിൾ നിങ്ങൾ നേടും. സോ ഇത്രയും കാര്യങ്ങളാണ് ചിത്രത്തിൽ നിന്ന് വരച്ച് വെക്കേണ്ടത്. സെറ്റാണെന്ന് വിചാരിക്കുന്നു. സോ ഫിഗർ വരയ്ക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ വരച്ച സ്റ്റെപ്പുകൾ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്തു, കൃത്യമായി ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. വി ആർ മൂവിങ് ഫോർവേഡ് ടു ദി ഡെറിവേഷൻ പാർട്ട്. റെഡി അല്ലേടാ മക്കളെ? സോ നമ്മൾ പോകുന്നു മക്കളെ. അത് നമുക്ക് കൺസിഡർ ചെയ്യുന്ന 2 ട്രയാങ്കിൾസ് ആണ്. സോ ട്രയാങ്കിൾ പേര് കൊടുക്കാം CF MN എന്ന് പേര് കൊടുക്കാം. സോ ട്രയാങ്കിൾ ആദ്യത്തെ ട്രയാങ്കിളെ നമുക്ക് വിളിക്കാം MNC എന്ന് വിളിക്കാം. അതിന് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡാണ് MN ആണ്. MN ഡിവൈഡ് ബൈ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ MN ഡിവൈഡ് ബൈ അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഏതായിരുന്നു? CM ആണ്. CN MN അല്ലേ, CN ആണ് അഡ്ജസൻറ്റ് സൈഡ്. നമുക്കറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ട്രയാങ്കിൾ FMN, നമ്മൾ FN ട്രയാങ്കിൾ അനുസരിച്ചു ദിസ് ഈസ് FMN അല്ലേ. FN നമുക്ക് എന്ത് എഴുതാം? അവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന ആംഗിൾ ടാൻ 2 തീറ്റയാണ്. ടാൻ 2 തീറ്റ ഈസ് ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ് MN ആണ്, ഡിവൈഡ് ബൈ FP ആണ് വരുന്നത്. 2 ഇക്വേഷൻസ് കിട്ടി. വി ആർ യൂസിങ് സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ. നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യം എന്താടാ? അതിൻ്റെ പേരാണ് സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ. ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണാൻ പറ്റുന്ന കാര്യമാണ് സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ. എന്താണ് സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ? ടാൻ തീറ്റ if theta is small നമുക്ക് പറയാൻ പറ്റും tan theta is approximately equal to theta, sin theta is approximately theta and cos theta is approximately equal to 1. ഇതാണ് നമ്മുടെ സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ. യെസ്, ഈ കാര്യം ഓർത്ത് വെക്കണമെങ്കിൽ നമ്മൾ എല്ലാ സമയത്തും സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ എന്ന് മാത്രമേ പറയുള്ളൂ. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഒന്നും എടുക്കേണ്ടത്. അതാ ഇങ്ങനെ 2 പാരലൽ ലൈൻസ് വന്നു, അതിൻ്റെ ലൈൻസ് ഇങ്ങനെ കട്ട് ചെയ്താൽ ഉണ്ടാവുന്ന ആൾട്ടർനേറ്റ് ആംഗിൾസ് അല്ല ഇതിന് പറയുക. ഈ ആംഗിൾ സെയിം ആയിരിക്കും. ഓക്കെ, ഇത് കട്ട് ചെയ്താൽ ഉണ്ടാവുന്നത് ഇത് 2 തീറ്റ ആയതുകൊണ്ട് ഇതും 2 തീറ്റ. അതാണ് അവിടുത്തെ കാര്യം. അതൊന്നും പരീക്ഷിക്കേണ്ട, ചിത്രം മാത്രം വരച്ച് വെച്ചാൽ മതി. സോ നമുക്ക് എഴുതാൻ പറ്റും തീറ്റ tan theta approximately theta ആയതുകൊണ്ട് theta is equal to MN divided by CN എന്നും 2 theta is equal to MN divided by FN എന്നും എഴുതാം. ഓക്കെ, സോ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഈ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു സോ 2 ഇൻറ്റു MN divided by CN equal to MN divided by FN. കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞു. MNും ക്യാൻസൽ ചെയ്യാം. സോ 2 divided by CN equal to 1 divided by FN ഫ്രം ഫിഗർ. അല്ലെങ്കിൽ വി നോ ദാറ്റ് എന്താണ് ടേംസ് നമുക്കറിയാം. എന്തൊക്കെയായിരുന്നു ടേം? CN equal to ഞാനങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അല്ലേ. യെസ്, ഇപ്പോൾ പോയതാണോ? സ്റ്റുഡിയോ 9 അപ്പുറത്തുള്ള റിക്വസ്റ്റ് ആണല്ലേ. അവൻ്റെ തലയ്ക്ക് വിട്ടൊരു അടി കൊടുക്കും. സ്റ്റുഡിയോ 9 സ്ക്രീനിൽ കൊണ്ടുപോയി നമുക്കൊരു ഇടി കൊടുക്കാം. സ്റ്റുഡിയോ 9 ഇടി കൊടുക്കാൻ വേണ്ടി JMK വിട്ടിട്ടുണ്ട്. അപ്പം ശരിയോ? കഴിഞ്ഞോ? യെസ്, പോരും. ആദർ സർ AD, അയാളാണ് സ്റ്റുഡിയോ 9 ഇരുന്നിട്ട് കളിക്കുന്നത്. മാറിയിട്ടില്ല. നമുക്ക് തിരിച്ചും റിക്വസ്റ്റ് കൊടുത്താലോ മക്കളെ? യെസ്, വന്നു JMK സർ വന്നു. സോ നമുക്കറിയാം C എന്ന് പറഞ്ഞാൽ എന്താടാ നോക്കണം മക്കളെ. C എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് R ആൻഡ് FN എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് F. വന്നു ഫോക്കൽ ലെങ്ത് ആണ്. സോ നമ്മൾ ആ കാര്യം കൂടി ഇതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 divided by CN എന്താടാ? R is equal to 1 divided by F. അപ്പോൾ R is equal to 2F എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഡെറിവേഷൻ പുതിയതായിട്ട് ആദ്യമായിട്ട് പഠിക്കുകയല്ല മക്കളെ. നമ്മളെല്ലാവരും നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മളൊരിക്കൽ കൂടി ഓർത്ത് വെക്കുക എന്ന കാര്യം മാത്രം. യെസ്. സെറ്റല്ലേടാ. ഈ ഇക്വേഷൻ്റെ ഡെറിവേഷനാണ് ഓർത്ത് വെക്കേണ്ടത്. 3 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. യെസ്, അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഈ ക്വസ്റ്റിൻ്റെ കാര്യം ഒന്ന് കൃത്യമായി വായിച്ച് നോക്കിക്കേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെൻസിൻ്റെ കേസിൽ എങ്ങനെയാണ് വ്യത്യാസമുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ മിററിൻ്റെ കേസാണ് പറഞ്ഞത്. ഹൗ ഫോക്കൽ ലെങ്ത് ഓഫ് എ സ്ഫെറിക്കൽ മിറർ അഫക്റ്റഡ് വെൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസേജ് ഇൻക്രീസ്. അതുപോലെ ഒരു ക്വസ്റ്റൻ തന്നെയാണ് ഹൗ ഫോക്കൽ ലെങ്ത് ഓഫ് മിറർ ഇസ് അഫക്റ്റഡ് വെൻ ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഓർ ഗ്ലിസറിൻ. ഈ 2 ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? പെട്ടെന്ന് പറഞ്ഞേ. ഇതിൻ്റെ ആൻസർ എന്താ വരിക?
ഫോക്കൽ ലെഗ്നോ സ്ഫെറിക്കൽ മിറർ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ഫെറിക്കൽ മിററാണ്, സോ ദർ വിൽ ബി നോ ചേഞ്ച്. മിററിൻ്റെ കേസിൽ ഇക്വേഷനിൽ ചേഞ്ച് വരുന്നില്ല, ലെൻസ് ആണെങ്കിൽ മാത്രമാണ് ചേഞ്ച്, ആ കാര്യം ഓർത്തു വെക്കണം. സോ ഈ രണ്ട് കേസിലും എന്താണ് ഉത്തരം? നോ ചേഞ്ച്. ഓക്കെ, യെസ്, വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള എസ് ആണ് മിറർ ഇക്വേഷൻ. 5 മാർക്കിന് ചോദിക്കാൻ സാധ്യത കാണുന്ന എസ് ആണ് മക്കളെ മിറർ ഇക്വേഷൻ. എഴുതാൻ സുഖമില്ല, ഞാൻ അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ശരിയാക്കട്ടെ. യെസ്. സോ മിറർ ഇക്വേഷൻ്റെ ഡെറിവേഷനിലേക്ക് പോവുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷനാണ് മക്കളെ, നിങ്ങൾക്ക് അറിയാം. സോ അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വീണ്ടും നമ്മുടെ കോൺകേവ് മിററാണ്. ശ്രദ്ധിക്കണം, കോൺകേവ് മിററാണ്. മിററിൻ്റെ ഡെറിവേഷൻ എല്ലാം ഉപയോഗിക്കുന്ന കോൺകേവ് മിററാണ്. ലെൻസിൻ്റെ ഡെറിവേഷൻ എല്ലാം ഉപയോഗിക്കുന്ന കോൺവെക്സ് ലെൻസാണ്. ഈവൻ കർവ്ഡ് സർഫസ് ഫോമിലേക്ക് പോലും നമ്മൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. യെസ്, സോ ഇവിടെ നമ്മൾ കേസ് എടുക്കുന്നു. പോൾ വരച്ചു, എഫ് വരച്ചു, ഇതേതായിരുന്നു? ഇത് സി ആണ്. ഒബ്ജക്റ്റ് നമ്മൾ വെക്കാൻ പോവുകയാണ്. ഒബ്ജക്റ്റ് ഇവിടെയാണ് വെച്ചത്, ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഓർത്ത് വെച്ചാൽ മതി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഓക്കെ, സോ ഒബ്ജക്റ്റ് വെച്ചു. ഒരു ലൈറ്റ് റേ പാരലായിട്ട് വന്നു, അത് ഫോക്കസിലൂടെ പോയി. ഫസ്റ്റ് ലൈറ്റ്. സെക്കൻഡ് ലൈറ്റ് റേ വരയ്ക്കേണ്ടത് ശ്രദ്ധിക്കണം മക്കളെ, അത് പാരലായിട്ട്, അത് ഫോക്കസിലൂടെ വന്നു, ആഫ്റ്റർ റിഫ്ലക്ഷൻ പാരലായിട്ട് പോയി. നമുക്ക് ഇമേജ് കിട്ടി. ദിസ് ഈസ് ദ ഇമേജ്. നമ്മൾ പേരുകൾ കൊടുക്കാൻ പോവാണ്. എ ബി എന്ന് വിളിച്ചു, പിന്നെ നമ്മൾ എ ഡാഷ് ബി ഡാഷ് എന്ന് വിളിച്ചു. ഈ ഡിസ്റ്റൻസ് എം എൻ ഉണ്ട്, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എ ബി ആണ്. ഓക്കെ. ക്ലിയർ അല്ലേടാ? ചിത്രം വരയ്ക്കാൻ പഠിക്കണം. ചിത്രം എങ്ങനെയാണ്, ഒബ്ജക്റ്റ് എവിടെ വെക്കേണ്ട, ഇമേജ് എവിടെ വെക്കേണ്ട കാര്യം മറക്കാതെ മക്കളെ നിങ്ങൾ സെറ്റാക്കി വെക്കണം. ആ കാര്യം മറന്നു പോകരുത്. ഓക്കെ, ചിത്രത്തിൻ്റെ കാര്യം ആദ്യം സെറ്റാക്കണം. ഇനി ഓർക്കേണ്ടത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ്. സോ ഈ ഡെറിവേഷൻ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ചെയ്യുന്നത് വിൽ കൺസിഡർ 2 pairs ഓഫ് ട്രയാങ്കിൾ. 2 പെയർ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യും. നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഇക്വേറ്റ് ചെയ്യും, സിമിലർ ആക്കും, ഇക്വേറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇതിൽ ഓർക്കേണ്ട ഒരേ ഒരു കാര്യം, 2 പെയർ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക, സിമിലർ ആക്കുക, ഇക്വേറ്റ് ചെയ്യുക. സോ ആദ്യം നമ്മൾ കൺസിഡർ ട്രയാങ്കിൾ ഇത് രണ്ടുമാണ്. അയ്യോ ഇതല്ല, യെസ്, ഈ ലൈറ്റർ അല്ല വരയ്ക്കേണ്ടത്. വെരി സോറി. അയ്യോ, ഈ സമയമില്ലാത്ത നേരത്തെ പൊട്ടത്തരം കാട്ടിയാലോ. ഈ ലൈറ്റർ അല്ല വരയ്ക്കേണ്ടത്. സോ ഈ ഡെറിവേഷനിൽ കൃത്യമായി ശ്രദ്ധിക്കണം. വരയ്ക്കേണ്ട ലൈറ്റർ അതല്ലടാ. വെരി സോറി, മാറിപ്പോയതാണ്. ഈ ലൈറ്ററയാണ് വരയ്ക്കേണ്ടത്. ഇങ്ങനെ പോകുന്ന ലൈറ്ററയാണ് വരയ്ക്കേണ്ടത്. വെരി സോറി. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആകെ സമയമില്ല, ആ ഒരു ഓട്ടത്തിലാണ്. സോറി ഫോർ ദാറ്റ്. യെസ്. സോ ഈ ലൈറ്ററയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഈ ചിത്രത്തിൽ മാത്രം പോളിലേക്ക് വരുന്നു, തിരിച്ചു പോകുന്നു. പ്രത്യേകം ഓർക്കണം, മറന്നു പോകരുത്. പോളിലേക്ക് വരുന്നു, ആ ലൈറ്റിൽ എത്തിച്ചു. ആ ലൈറ്ററയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, വെരി സോറി ഫോർ ദ എറർ. യെസ്, സോ നമ്മൾ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുന്നു, സിമിലർ ആക്കാൻ പോകും. നമ്മൾ ആദ്യം കൺസിഡർ ട്രയാങ്കിളാണ് ABP. കാണുന്നുണ്ടോ മക്കളെ? ABP അല്ലെങ്കിൽ ABN എന്ന് വിളിക്കാം. ആ പോയിന്റ് നമ്മൾ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, ABN എന്ന് വിളിച്ചു. പി എന്നുള്ള പോയിന്റ് നമുക്ക് അവിടെ ആവശ്യമില്ല. യെസ്, ABN. ആൻഡ് അതിന് സിമിലറായിട്ട് വരുന്ന ട്രയാങ്കിൾ ഏതാ? ഇതിന് സിമിലറായിട്ട് വരുന്ന ട്രയാങ്കിൾ ഏതാണ്? അത് A', B' ആണ്. കാരണം ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. ഈ ആംഗിളും സെയിം ആണ്. സോ ABN ആൻഡ് ട്രയാങ്കിൾ A', B' N ആർ സിമിലർ. ട്രയാങ്കിൾസിൻ്റെ സിമിലറായിട്ട് വരുന്ന സൈഡ്സിൻ്റെ റേഷ്യോ സെയിം ആണ്. സോ A', B' ഡിവൈഡഡ് ബൈ AB എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കൺസിഡർ ഈ വലിയ ട്രയാങ്കിളാണ്. സോ വലിയ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് എടുക്കണം. A', N ഡിവൈഡഡ് ബൈ AN എഴുതണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. A' ഡിവൈഡഡ് ബൈ AB ഈക്വൽ ടു ഈ സൈഡ് ഡിവൈഡ് ബൈ ഈ സൈഡ്. ക്ലിയർ അല്ലേടാ? ഇക്വേഷൻ നമ്പർ 1 എന്ന് വെച്ചു. സോറി ഫോർ ദ എറർ. ആൻഡ് രണ്ടാമത്തെ കാര്യം, നമ്മൾ രണ്ടാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അത് ഇതുമാണ്. അത് ഈ ട്രയാങ്കിളുമാണ്. സോ ഇവിടെ ഈ ആംഗിളും സെയിം ആണ്. ഇതും 90 ആണ്, ഇതും 90 ആണ്. സോ സെക്കൻഡ് സെറ്റ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ A', B' F ആൻഡ് MNF. സോ ഒരു കാര്യം നമ്മളിവിടെ സൈഡിൽ തന്നെ എഴുതി വയ്ക്കുന്നു. MN is equal to AB ആണ്. ഡിസ്റ്റൻസ്. സോ ആ ഇക്വേഷൻ നമ്മൾ അങ്ങനെ തന്നെയാണ് എഴുതി വയ്ക്കുന്നത്. സോ A', B' ഡിവൈഡ് ബൈ MN, ദാറ്റ് ഈസ് AB ഈക്വൽ ടു
ഇതാ എഴുതി എ ഡാഷ് ഡി ഡാഷ് ബൈ. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഏതായിരുന്നു? ഇതാണ് സൈഡ്. ദാറ്റ് ഈസ് എ ഡാഷ് എഫ് ഡിവൈഡഡ് ബൈ ഈ ട്രയാങ്കിൾ സൈഡ് ഏതാടാ? അത് എഫ് എൻ ആണ്. ഇക്വേഷൻ നമ്പർ 2. ഇനി രണ്ട് ഇക്വേഷൻസും ഇക്വേറ്റ് ചെയ്യണം. ഞാൻ വീണ്ടും പറയട്ടെ മക്കളെ, നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ് ഒരിക്കൽ കൂടി ഇത് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്ന ഡെറിവേഷനാണ്, എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം ആ കാര്യമാണ് ഓർക്കേണ്ടത്. യെസ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 2 കമ്പയർ ചെയ്യുന്നു. രണ്ടുപേരുടെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. സോ നമുക്ക് കിട്ടി എ ഡാഷ് എൻ ഡിവൈഡഡ് ബൈ എ എൻ ഈക്വൽ ടു എ ഡാഷ് എൻ ഡിവൈഡ് ബൈ എൻ ഇസ് ഈക്വൽ ടു എ ഡാഷ് എഫ് ഡിവൈഡഡ് ബൈ എഫ് എൻ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിലേക്ക് നിന്നുള്ള റെസിസ്റ്റൻസ് ആണ്. സോ ദാറ്റ് ഈസ് വി അല്ലേ. എ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തായിരിക്കും? അത് എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇമേജ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് വി അല്ലേ. എ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് യു. കൺഫ്യൂഷൻ ഇല്ലല്ലോടാ. ദിസ് ഈസ് വി ആൻഡ് ദിസ് ഈസ് യു. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളും സെറ്റായി. ആൻഡ് എ ഡാഷ് എഫ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം മക്കളെ, എ ഡാഷ് എഫ് എന്നാൽ ഈ ഡിസ്റ്റൻസ് ആണ്. പ്രത്യേകിച്ച് പേരൊന്നും തന്നെ ഇല്ല. അവിടെയാണ് നമ്മൾ മെയിൻ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? വി ആണ്. അതിൽ നിന്ന് എഫ് എൻ കുറച്ചതാണ്. സോ ദാറ്റ് ഈസ് വി മൈനസ് എഫ് ആണ്. അതുപോലെ തന്നെ എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് എഫ് ആണ്. സോ ആ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത്രയേ ചെയ്യുള്ളൂ. എ ഡാഷ് എന്ന് പറഞ്ഞാൽ വി ഡിവൈഡഡ് ബൈ യു ഈക്വൽ ടു എ ഡാഷ് എഫ് എന്ന് പറഞ്ഞാൽ വി മൈനസ് എഫ് ഡിവൈഡഡ് ബൈ എഫ്. സോ വി മൈനസ് യു ഈക്വൽ ടു വി ബൈ എഫ് -1 എന്ന് കിട്ടും. ഡിവൈഡിങ് ത്രൂ ഔട്ട് വിത്ത് വി. സോ 1 ബൈ യു ഇസ് ഈക്വൽ ടു വി ബൈ എഫ് 1 ബൈ എഫ് ആവും. ദാറ്റ് -1 ബൈ വി എന്ന് വരും. സോ റീഅറേഞ്ച് എഴുതുന്നു 1 ബൈ വി പ്ലസ് 1 ബൈ യു ഈക്വൽ ടു 1 ബൈ എഫ്. ഇവിടെ നമ്മൾ ഏത് ഇക്വേഷന് വേണ്ടിയിട്ടാണ് കണ്ടുപിടിച്ചത്? ദിസ് ഈസ് ഫോർ നമ്മൾ യൂസ് ചെയ്ത കോൺകേവ് മിററിനാണ്. ജനറലൈസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അപ്ലൈയിങ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നു. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഈ ഫിഗറിൽ വന്ന് അപ്ലൈ ചെയ്താൽ ഈ പോയിൻ്റാണ് മക്കളെ. ഈ പോയിന്റ് ശ്രദ്ധിക്കുക. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് എന്ത് വരുന്നത്? യു വരുന്നത്, വി വരുന്നത്, എഫ് വരുന്നത്. സോ മൂന്ന് കാര്യങ്ങളും എന്തുതന്നെയാണ്? നെഗറ്റീവാണ്. ഹിയർ വി ഈക്വൽ ടു -v, u ഈക്വൽ ടു -u ആൻഡ് എഫ് ഇസ് ഈക്വൽ ടു -f. സോ ഇക്വേഷനിൽ മാറ്റം ഒന്നും തന്നെ വരുന്നില്ല. സോ ദാറ്റ് ഈസ് 1 ബൈ വി പ്ലസ് 1 ബൈ യു ഈക്വൽ ടു 1 ബൈ എഫ്. സോ മക്കളെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് മിറർ ഫോർമുലയാണ്. നമ്മൾ ഡിറൈവ് ചെയ്ത ഏത് ഫോർമുലയാണ്? മിറർ ഫോർമുലയാണ്. അതൊരു ജനറൽ ഫോർമുലയാണ്. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ all types of mirrors. സോ നമ്മൾ ഉപയോഗിച്ചത് ഏതായിരുന്നു? കോൺകേവ് മിററാണ്. ആ കിട്ടിയ ഫോർമുലയെ ദിസ് ഈസ് ദ ഫോർമുല ഫോർ കോൺകേവ് മിറർ. ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ, കോൺകേവിനും കോൺവെക്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന പോലെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തിട്ട് അതിനെ ജനറൽ ഫോർമുലയിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ കാര്യം? ജനറൽ ഫോമിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട് മക്കളെ. യെസ്, ആ കാര്യം മറന്നു പോകരുത്. ഇവിടെ അതിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തത്. ഇനിയാണ് ഈ ഫോർമുല നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സെറ്റ് അല്ലേ? യെസ്, ദാറ്റ് വാസ് എ സെക്കൻഡ് ഡെറിവേഷൻ. കൃത്യമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അറിയുന്നതാണ് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. ഈ ഡെറിവേഷനിൽ ഞാൻ തെറ്റ് സംഭവിച്ച കാര്യം ഞാൻ വീണ്ടും പറയുന്നു. ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. പ്രത്യേകം ഓർത്തു വെക്കേണ്ടതാണ്. ഓക്കെ, തെറ്റിയത് കൊണ്ടെങ്കിലും നിങ്ങൾ ഓർത്തു വെക്കുമെന്ന് വിചാരിക്കുന്നു. യെസ്, ദിസ് ഈസ് ഇറ്റ്. അടുത്ത ബാക്കി നോക്കാം. ഡിഫൈൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് വിച്ച് ഹാസ് മാക്സിമം ഓർ മിനിമം റിഫ്രാക്റ്റീവ് റെഡ് ഓർ വയലറ്റ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻസ് എല്ലാം നമ്മൾ എഴുതാൻ പോവുകയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu is equal to c by v. ഓർക്കുന്നുണ്ടാവും. സ്നെൽസ് ലോ പറഞ്ഞു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu is equal to sin I ഡിവൈഡഡ് ബൈ sin r. ഇതെന്താ? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് എന്നാൽ μ21 എഴുതും. ദാറ്റ് ഈസ് sin I ഡിവൈഡഡ് ബൈ sin r. അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കണം. ദാറ്റ് ഈസ് μ2 ഡിവൈഡഡ് ബൈ μ1 ആണ്. ഒരു കാര്യം കൂടി അവിടെ തന്നെ ഓർത്ത് വയ്ക്കുക. ദാറ്റ് ഈസ് v1 ഡിവൈഡഡ് ബൈ v2 ആണ്. ഒരു കാര്യം അവിടെ തന്നെ വീണ്ടും ഓർത്ത് വയ്ക്കുക. അത് λ1 ഡിവൈഡഡ് ബൈ λ2 ആണ്. സോ ഇതൊക്കെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻസ് എല്ലാം ഓർത്ത് വെക്കണം. ഇക്വേഷൻസ് ഡെറിവേഷൻ ഇല്ല, ഇത് വെച്ച് പ്രോബ്ലം നമുക്ക് ആവശ്യമാണ്. ഓക്കെ, സോ അടുത്ത കാര്യം നോക്കടാ. വിച്ച് ഹാസ് മാക്സിമം ആൻഡ് മിനിമം റിഫ്രാക്റ്റീവ് റെഡിനാണോ വയലറ്റിനാണെന്നാണോ? സോ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം നമ്മൾ എവിടെ പഠിച്ചു? നമ്മൾ ഡിസ്പേർഷൻ പഠിച്ചു, സ്പ്ലിറ്റിംഗ് അല്ലേ? ഡിസ്പേർഷൻ തൽക്കാലം ഇപ്പോൾ പഠിക്കാനില്ല, എന്നാലും നമുക്ക് അറിയാം ഡിസ്പേർഷൻ്റെ കേസ്. ഇവിടെ വയലറ്റ് ആണ്, ഇവിടെ റെഡാണ്. ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടായത് വയലറ്റിനാണ്, കുറച്ച് മാത്രം ഡീവിയേഷൻ ആയത് റെഡിനാണ്. സോ വേവ് ലെങ്ത് കൂടിയാൽ റിഫ്രാക്ഷൻ കുറയും. മനസ്സിലാക്കുക, വേവ് ലെങ്ത് കൂടിയാൽ റിഫ്രാക്ഷൻ കുറയും. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കുറയും. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളത് ആർക്കാണ്? അത് ഫോർ ഷോർട്ടർ വേവ് ലെങ്ത് ആണ്. ദാറ്റ് ഈസ് ഫോർ വയലറ്റ് അല്ലേ? മാക്സിമം ആർക്കാണ്? ഓർത്ത് വയ്ക്കുക, ഒരു കോഡായിട്ട് പറഞ്ഞതാണ്. മാക്സിമം ആർക്കാണ്? മാക്സിമം ഫോർ വയലറ്റ്, മിനിമം ഫോർ റെഡ്.
കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പറയുകയാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ റിഫ്രാക്ഷൻ കൂടും. മനസ്സിലായ മക്കളെ? റിഫ്രാക്ഷൻ അഥവാ ബെൻഡിങ് കൂടും. ബെൻഡിങ് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലസ് ലൈറ്റ് റേ പോകുമ്പോൾ താഴെ കിട്ടിയത് വയലറ്റ് ആണ്, മുകളിൽ കിട്ടിയത് റെഡ് ആണ്. സോ ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്ത ആൾക്കാണ് മാക്സിമം അത് വയലറ്റ് ആണ്, ഏറ്റവും കുറവ് സംഭവിച്ചതാണ്. ക്ലിയർ അല്ലേ? സോ ഞാൻ വളരെയധികം സ്പീഡിലാണ് പോകുന്നത് മക്കളെ. നമുക്ക് 9 മണിയാകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർക്കേണ്ടതുണ്ട്. 7:42 ആയിട്ടുണ്ട്. യെസ്, അടുത്ത നമ്മൾ പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ കണ്ടീഷൻ, അപ്ലിക്കേഷൻ, ഒപ്റ്റിക്കൽ ഫൈബർ. ഇത്രയും കാര്യങ്ങൾ പഠിച്ച് തന്നെ പോകണം. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്തായിരുന്നു? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത് നോക്കണം മക്കളെ. ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ്. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് ഇങ്ങനെ വന്നു. ഇതിന് കുഴപ്പമൊന്നുമില്ല. നോർമലി എങ്ങനെ പോകും? ലൈറ്റ് റേ വിൽ മൂവ് എവേ ഫ്രം ദി നോർമൽ. സോ കണ്ടീഷൻ വരുന്നത് ഇവിടെയാണ്. ഇവിടെ I = IC ആണ്, ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. ലൈറ്റ് റേ ഇതിലൂടെ പോകും. ഇതാണോ ടോട്ടൽ റിഫ്ലക്ഷൻ? ഇതല്ല ടോട്ടൽ റിഫ്ലക്ഷൻ. ഈഫ് IC കണ്ടീഷൻ ഇങ്ങനെയാണ് മക്കളെ. ഈഫ് IC ഇത് ചെറുതാക്കാം ചിത്രം. ഈഫ് IC ഈസ് ഗ്രേറ്റർ ദാൻ I, ആ ചിത്രമാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ ഇതാണ് നോർമൽ, ഇതാണ് സർഫസ് സെപ്പറേറ്റിംഗ് ടു മീഡിയം. ഇൻസിഡൻറ്റ് ലൈറ്റ് റേ വിൽ കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദി ഇനീഷ്യൽ മീഡിയം. സോ 2 കണ്ടീഷൻസ് ആണ് അതിന് വേണ്ടിയിട്ടുള്ളത്. എന്തായിരുന്നു? ഡെൻസർ ടു റെയർ വേണം ലൈറ്റ് റേ വരാൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? I ഷുഡ് ബി ഗ്രേറ്റർ ദാൻ IC. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ അല്ലേടാ? യെസ്. സോ അപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. പിന്നെ ഏതാ ഉള്ളത്? പിന്നെ ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് ഉണ്ട്. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? മിറാഷ് ഉണ്ട്. സോ അതൊന്നും തൽക്കാലം സിലബസിലില്ല. യെസ്, ഇത് റേ ഓപ്റ്റിക്സ് അല്ലേ? അതേ റേ ഓപ്റ്റിക്സ് ആണ്. എന്താ ഇപ്പോൾ സംശയം? യെസ്. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ചാപ്റ്റർ. നമ്മൾ 14ാമത്തെ ചാപ്റ്ററിലാണ് നിൽക്കുന്നത്. ഓർഡറിലെല്ലാം നിങ്ങൾക്കറിയാം. യെസ്, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വർക്കിങ്ങും സ്ട്രക്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കണം. ഒപ്റ്റിക്കൽ ഫൈബർ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഒരു എക്സ്പ്രസ് റിവിഷൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ കോൺസെപ്റ്റുകളും മുഴുവൻ ഡെറിവേഷൻ പഠിക്കേണ്ടതുണ്ട്. സോ പെട്ടെന്ന് പറയുകയാണ്. ആറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മകനെ. ഇത് ലാസ്റ്റ് ചാപ്റ്ററാണ് മിസ്റ്റർ ജോൺ. യെസ്, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സെൻറ്റർ പാർട്ടിന് വിളിക്കുന്ന പേരാണ് കോർ. പുറത്തുള്ള കോട്ടിങ്ങിന് വിളിക്കുന്ന പേരാണ് ക്ലാഡിംഗ്. ഇത് രണ്ടും ട്രാൻസ്പെറൻ്റ് ആണ്. അതിൻ്റെ പുറത്ത് എന്തുണ്ടാ? അതിൻ്റെ പ്രൊട്ടക്റ്റീവ് കവർ ഉണ്ട് അല്ലേ? സോ കോറാണ്, ഇത് ക്ലാഡിംഗ് ആണ്. സോ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ മ്യൂ ഉപയോഗിക്കാം. മ്യൂ കോർ ഈസ് ഗ്രേറ്റർ ദാൻ മ്യൂ ക്ലാഡിംഗ്. സോ എന്ത് ചെയ്യും? ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ പോകുന്നത്. സോ വൺസ് ലൈറ്റ് ഇങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നതാ, ഇങ്ങനെ എൻ്റർ ചെയ്തു, അത് ടോട്ടൽ ലൈൻ റിഫ്ലക്റ്റ് ചെയ്തു, ഇത് വീണ്ടും പോയി ടോട്ടൽ ലൈൻ റിഫ്ലക്റ്റ് ചെയ്തു, വീണ്ടും പോയി ടോട്ടൽ റിഫ്ലക്ഷൻ ഉണ്ടായി, ലൈറ്റ് റേ പുറത്തേക്ക് വന്നു. സോ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഉപയോഗം ലൈറ്റ് റേ ഇങ്ങനെ വെക്കുമ്പോഴല്ല. ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഇങ്ങനെ കുറച്ച് വളഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് റേ ഇങ്ങനെ വളഞ്ഞ് തിരിച്ച് വരാൻ പറ്റും. അതാണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ വർക്കിംഗ്. ഓർത്ത് വെക്കണം. ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ലൈറ്റ് റേ ഈസ് ട്രാവലിംഗ് ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം ആൻഡ് ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ഇറ്റ് വിൽ സഫർ ടോട്ടൽ റിഫ്ലക്ഷൻ ഡ്യൂ ടു മൾട്ടിപ്പിൾ ടോട്ടൽ റിഫ്ലക്ഷൻ വിൽ ക്യാൻ ബെൻഡ് ദ ലൈറ്റ് റേ. ഓർത്ത് വയ്ക്കുക അല്ലേ? ക്ലിയർ അല്ലേടാ? കാര്യം ഓർത്ത് വെക്കണം. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേസിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ അപ്ലിക്കേഷൻസ് പറയാറുണ്ട്. അതെന്തിനാണ് ഉപയോഗിക്കുക? ഒന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഏതാ? എൻഡോസ്കോപ്പിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. എന്തൊക്കെ ഞാൻ എഴുതിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ ഒക്കെ വായിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എൻഡോസ്കോപ്പി. ഈ 2 സ്ഥലത്തുമാണ് ഉപയോഗിക്കുക. ഒപ്റ്റിക്കൽ ഫൈബർ ചിത്രം വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. യെസ്, ഇതിൻ്റെ PDF ഇന്ന് തന്നെ ഇടണേ ഗ്രൂപ്പിൽ. ഇപ്പോഴും ഇത് കഴിഞ്ഞാൽ അപ്പോഴും കേട്ടോ. യെസ്. സോ അടുത്തത് റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് നമ്മളുടെ റിഫ്രാക്ഷൻ ത്രൂ ഗ്ലാസ് ലാബാണ്. നിങ്ങളൊന്ന് നോക്കി വെക്കണം. ഓക്കെ, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യം തന്നെയാണ്. നോർമൽ റിഫ്രാക്ഷൻ തന്നെയുള്ളൂ. പക്ഷേ റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസ് നമുക്ക് കർവ്ഡ് സർഫസ് ഫോർമുലയൊക്കെ ഡിറൈവ് ചെയ്യേണ്ടതുണ്ട്. കൃത്യമായി ശ്രദ്ധിക്കുക. വി ആർ ഗോയിങ് ടു ദി ഡെറിവേഷൻ. നമുക്ക് ഏത് ഫോർമുലയാണ് ഡിറൈവ് ചെയ്യേണ്ടത്? N2/V - N1/U = N2 - N1/R. ഈ ഫോർമുല നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത് അല്ലേ? സോ ഈ ഫോർമുലയെ വിളിക്കുന്ന ഇതിൻ്റെ പേരാണ് കർവ്ഡ് സർഫസ് ഫോർമുല. N2/V - N1/U = N2 - N1/R.
യെസ്, സോ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ് മക്കളെ. സോ നോക്കിക്കോളൂ. റിഫ്രാക്ഷനാണ്. റിഫ്രാക്ഷനായ സർഫസ് മാറണം. ഏത് സർഫസാണ് അത്? കോൺവെക്സ് സർഫസ് വേണം എടുക്കാൻ. സോ ഇത് മനസ്സിലാക്കണം. ഇതിൻ്റെ അകത്തേക്ക് ആ മീഡിയം ഉണ്ട്, ഇവിടെ ആ മെറ്റീരിയൽ ഫില്ല് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആ മെറ്റീരിയൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതായത് സർഫസ് മാത്രം എന്ത് ചെയ്തതാണ്? കർവ് ചെയ്തതാണ്. ഓക്കെ, സോ അതിന് നമുക്കൊരു ഒപ്റ്റിക് സെൻറ്റർ പോലെ ഒരു ലൈൻ വരയ്ക്കാം. ഇനിയാണ് നിങ്ങൾ അതിൻ്റെ ഇമേജ് ഫോർമേഷൻ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്. ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ വെച്ചു. ഒരു ലൈറ്റർ ഇങ്ങനെ വരുന്നു, ഒരു ലൈറ്റർ ഇങ്ങനെ വരുന്നു. ഇവിടെ ലൈറ്റർ വന്നാൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണത് റിഫ്രാക്ട് ചെയ്തതിന് ശേഷം പോകുക എന്ന് നോക്കണം. സോ നമുക്ക് അതിന് വേണ്ടിയത് ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. സോ സെൻറ്റർ ഓഫ് കർവേച്ചർ നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. നമ്മളതിനെ നോർമലി വിളിക്കാറ് നോർമൽ എന്ന് തന്നെയാണ്. നോർമലി നമ്മൾ നോർമൽ എന്ന് വിളിക്കുക. ഇതാണ് അവിടുത്തെ നോർമൽ, അല്ലേ? ദിസ് ഈസ് ദ നോർമൽ. നോർമൽ നമുക്ക് ഡോട്ടർ വരയ്ക്കാം. ആ മഞ്ഞ കളർ പോകും, അതുകൊണ്ടാണ്. സോ ദിസ് ഈസ് നോർമൽ. സോ ലൈറ്റ് എവിടെ നിന്ന് ട്രാവൽ ചെയ്യുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടുത്തത് μ2 ആണ്, ഇവിടുത്തത് μ1 ആണ്. ആൻഡ് ദ കണ്ടീഷൻ ഈസ് μ2 ഈസ് ഗ്രേറ്റർ ദാൻ μ1. ഇതൊക്കെയാണ് നമ്മുടെ അസംഷൻസ്. μ2 ഈസ് ഗ്രേറ്റർ ദാൻ μ1. ഓക്കെ, സോ ലൈറ്റ് എവിടെ നിന്ന് ട്രാവൽ ചെയ്യൂടാ? ഇറ്റ് വിൽ ട്രാവൽ ഫ്രം എ എന്തൊക്കെയാണ് ഈ സമയം? ഇത് μ1, ഇത് μ2. സോ μ2 ഈസ് ഗ്രേറ്റർ ദാൻ μ1, അല്ലേ? എയർന്ന് മെറ്റീരിയലിലേക്കാണ് പോകുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദിസ് മെറ്റീരിയൽ ഇസ് ലെസ് ദാൻ ദിസ്. ഓർത്ത് വെക്കണം. സോ ലൈറ്റ് എവിടെ നിന്ന് വെൻഡ് ചെയ്യും? എവേ ഫ്രം ദി നോർമൽ ആണോ ടുവേർഡ്സ് നോർമൽ ആണോ? റെയറർ ടു ഡെൻസർ മീഡിയ പോകുന്നത്. ലൈറ്റ് റേ വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. സോ ഫൈനൽ ഇമേജ് വിൽ ഗെറ്റ് ദ ഇമേജ് ഹിയർ. സോ വിൽ ഗെറ്റ് ദ ഇമേജ് ഹിയർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും 2 ലൈറ്ററേ വേണ്ടത്. 2 ലൈറ്ററേ വരച്ച് ബുദ്ധിമുട്ടുണ്ട. കാരണം ഒരു ലൈറ്റർ നമ്മൾ ഏതായിട്ടാണ് എടുത്തിരിക്കുന്നത്? നമ്മുടെ ഈ പ്രിൻസിപ്പൽ ആക്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇനിയാണ് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ആംഗിൾ നമുക്ക് R1 എന്ന് വിളിക്കാം. ദിസ് ഈസ് R1. ഇത് നമ്മളത്തെ R2 ആയി. R1 R2 ഒക്കെ മറ്റോടത്തല്ലേ ഇടാം. ഇത് I ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R, അല്ലേ? ഇനി ഈ 3 ആംഗിൾ കൂടി മാർക്ക് ചെയ്യണം. അത് ആൽഫ, ഇത് ബീറ്റ, ഇത് ഗാമ. ഇങ്ങനെയാണ് കാര്യങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ആൽഫ, ബീറ്റ, ഗാമ. ഓക്കെ, ക്ലിയർ അല്ലേടാ? സോ നമ്മളിവിടെ ഒരു ഇമാജിനറി ലൈൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റ് എമ്മും ഈ പോയിന്റ് എന്നുമാണ്. വി ആർ സ്റ്റാർട്ടിങ് ദ ഡെറിവേഷൻ. ഇത്രയും കാര്യങ്ങളാണ് കർവ്ഡ് സർഫസ് ഫോർമുലയിൽ വേണ്ടത്. ക്ലിയർ ആണോ? യെസ്, കർവ്ഡ് സർഫസ് ഫോർമുല ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഓർത്ത് വെക്കണം. യെസ്, ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണോ? ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല വേണ്ടി പറഞ്ഞിട്ടേ നിർത്തുള്ളൂ. യെസ്, സോ ഇത് സെറ്റായി. നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമുക്ക് വേണ്ടത് എന്താ? നമ്മളിവിടെ ചെയ്യുന്നത് നമുക്കറിയാം. sin I ഡിവൈഡ് ബൈ sin R is equal to μ2 ഡിവൈഡ് ബൈ μ1 എന്ന ഫോർമുല ഉണ്ട്. അതിൽ ഐക്കും ആറിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഓർത്ത് വെക്കണം. സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ ഉപയോഗിച്ച് I/R is equal to n2 ഡിവൈഡ് ബൈ n1 എഴുതും, അല്ലെങ്കിൽ μ2 ഡിവൈഡ് ബൈ μ1 എഴുതും. അതിലേക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിലേക്ക് വേണ്ട കാര്യങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഐയും ആറും കണ്ടുപിടിക്കണം ഇൻ ടേംസ് ഓഫ് സംതിങ് ദാറ്റ് വി നോ, ദാറ്റ് ഈസ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് u. ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ഓഫ് കർവേച്ചർ R, ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ദ ഇമേജ് ഡിസ്റ്റൻസ് v. അപ്പോൾ ഇതിൻ്റെ ടേമിലാണ് നമുക്ക് എന്ത് വേണ്ടത്? ഐയും ആറും വേണ്ടത്. അതിനായി നമ്മൾ ചെയ്യുന്നത് കൺസിഡർ ട്രയാങ്കിൾ OMN. അത് നമുക്ക് tan ആൽഫ, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ് ആൽഫ. നിങ്ങൾക്കറിയാം അത് സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് MN ആണ് ഡിവൈഡഡ് ബൈ ON ആണ്. ഓക്കെ മക്കളെ, ON ആണ്. അതുപോലെ തന്നെ ട്രയാങ്കിൾ MNC നമ്മൾ കൺസിഡർ ചെയ്തു. അത് നമുക്ക് tan ബീറ്റ ആണ് എഴുതാൻ പറ്റുക. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ബീറ്റ, ദിസ് ഈക്വൽ ടു MN ഡിവൈഡഡ് ബൈ NC ആണ്. ആൻഡ് ദ തേർഡ് ട്രയാങ്കിൾ അതാണ് MNI. അത് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഗാമയാണ്. tan ഗാമ ഈസ് അപ്രോക്സിമേറ്റ്ലി ഗാമ ഈക്വൽ ടു MN ഡിവൈഡഡ് ബൈ, അവിടുത്തെ ലെഫ്റ്റ് എന്താ വരിക? NI ആണ് വരിക. സോ ഈ 3 കാര്യങ്ങളുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. 1, 2, 3. യെസ്, സോ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇക്വേഷൻ ഐയും ആറുമാണ്. സോ നമുക്ക് ഈ കിട്ടിയ ആൽഫയും ബീറ്റയും ഗാമയും, യെസ്, ആൽഫയും ബീറ്റയും ഗാമയും ഐയുടെയും ആറിൻ്റെയും ടേമിലേക്ക് ആക്കണം. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ട്രയാങ്കിൾ ഏത് കൺസിഡർ ചെയ്യാടാ? ഐ ഉള്ളത്. ഐ ഈസ് ദ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് ദി ട്രയാങ്കിൾ OMC, അല്ലേ? സോ ഫ്രം ട്രയാങ്കിൾ OMC I ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ള കാര്യം കിട്ടി. അതായത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ. ഓക്കെ അല്ലേടാ? യെസ്. സോ രണ്ടാമത്തെ ട്രയാങ്കിൾ ഏതാ? ട്രയാങ്കിൾ OMC കഴിഞ്ഞാൽ ആറിലുള്ള ട്രയാങ്കിൾ ഏതാ? MCI ആണ്. സോ ട്രയാങ്കിൾ MCI. അത് നമുക്ക് കിട്ടുന്ന കാര്യം R is equal to, R ഒരു ഇൻറ്റീരിയർ ആംഗിൾ ആണ്. സോ ബീറ്റ is equal to
ആർ പ്ലസ് ഗാമയാണ്. സോ ആർ ഇസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ, ബീറ്റ മൈനസ് ഗാമ. ഇത്രയാണ് കാര്യങ്ങൾ. സോ ഓൾസോ വി ഹാവ് ഏതാണ് സ്നെൽസ് ലോ, വി ഹാവ് സ്നെൽസ് ലോ എന്താ പറയുന്നത് മക്കളെ? സ്നെൽസ് ലോ എന്താണ് പറയുന്നത്? സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു μ2 ഡിവൈഡഡ് ബൈ μ1. അവിടെയും സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ ഐ ബൈ ആർ, ഇതൊക്കെ സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ ആണ്. ഇവിടെയും സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ. that is equal to μ2 divided by μ1. We can write μ1 into I equal to μ2 into R. ഇത് equation number 3, ഇത് equation number 2, ഇത് equation number, ഇതെല്ലാം കൂടി equation number 1, ഇതെല്ലാം കൂടി equation number 1. So we are substituting ഏത് equation number 1 and 2 in 3. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അത് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റും. ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യാം. 2 in 3 ആദ്യം ചെയ്യാം. 2 in 3. അപ്പോൾ നമുക്ക് μ1 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു μ2 ഇൻറ്റു ബീറ്റ മൈനസ് ഗാമ എന്ന് കിട്ടും. ഓക്കെ അല്ലേടാ? അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് കൊടുത്തു. 2 in 4 അല്ല 1 in 4 കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത് ശ്രദ്ധിച്ചോ മക്കളെ? μ1 ഇൻറ്റു ആൽഫയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? mn ഡിവൈഡഡ് ബൈ ON പ്ലസ് mn ഡിവൈഡഡ് ബൈ ബീറ്റ എന്തായിരുന്നുടാ? NC ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു μ2 ഇൻറ്റു mn ഡിവൈഡഡ് ബൈ NC, ഓൾറെഡി ബീറ്റ നമ്മൾ കിട്ടു, മൈനസ് mn ഡിവൈഡഡ് ബൈ ഗാമ എന്താടാ? mn ഡിവൈഡഡ് ബൈ NC അല്ല ni കോമൺ ആയിട്ട് വരുന്ന mn കട്ട് ചെയ്ത് കളഞ്ഞു. സോ ബാക്കിയുള്ള ആളുകൾ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു മക്കളെ. μ1 ON പ്ലസ് μ1 NC ഈക്വൽ ടു μ2 ഡിവൈഡ് ബൈ NC മൈനസ് μ2 ഡിവൈഡ് ബൈ ni. അപ്പോൾ NCകൾ രണ്ടും ഒരു സൈഡിലുണ്ട്, ബാക്കിയുള്ള ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ μ1 ഡിവൈഡ് ബൈ ON പ്ലസ് μ2 ഡിവൈഡ് ബൈ ni ഈക്വൽ ടു μ2 മൈനസ് μ1 ഡിവൈഡഡ് ബൈ NC എന്ന് കിട്ടും. ക്ലിയർ ആണോ മക്കളെ? സോ ഇതാണ് നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് കിട്ടിയത്. ഇതിലാണ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. വി നോ ദാറ്റ് ON എന്താണെന്ന് അറിയണം. ON എന്നാൽ U ആണ്. ON ഈക്വൽ ടു U ആണ്. ni എന്നാൽ അത് V ആണ്. ആൻഡ് ഫൈനലി NC എന്നാൽ R ആണ്. NC ഈക്വൽ ടു R ആണ്. സോ നമ്മൾ ആ വാല്യൂസ് കൊടുക്കുന്നു. μ1 ഡിവൈഡഡ് ബൈ U പ്ലസ് μ2 ഡിവൈഡഡ് ബൈ V ഈക്വൽ ടു μ2 മൈനസ് μ1 ഡിവൈഡഡ് ബൈ R. ഓക്കെയാണ് മക്കളെ? ഇവിടെ നമ്മൾ എന്ത് കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ കൂടി അപ്ലൈ ചെയ്യണം. സോ U എന്താടാ? മൈനസ് ആണ്, V പ്ലസ് ആണ്, R പ്ലസ് ആണ്. സോ ഇത് മൈനസ് ആയാൽ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടി μ2 ഡിവൈഡ് ബൈ V മൈനസ് μ1 ഡിവൈഡ് ബൈ U ഈക്വൽ ടു μ2 മൈനസ് μ1 ഡിവൈഡ് ബൈ R. സോ മക്കളെ, ഇവിടെ നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ദിസ് ഈസ് ദ ജനറൽ കർവ് സർഫസ് ഫോർമുല. യു ക്യാൻ യൂസ് ദിസ് ഫോർമുല ഫോർ ഓൾ സർഫസസ്. കോൺകേവ് ആണ്, കോൺവെക്സ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല. യു ക്യാൻ അപ്ലൈ ദിസ് ഫോർമുല ഫോർ ഓൾ സ്ഫെറിക്കൽ സർഫസസ്. ക്ലിയർ ആണോ മക്കളെ? കൺഫ്യൂഷൻ ഒന്നും തന്നെ ഇല്ലല്ലോ? എല്ലാ സ്റ്റെപ്പും ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. സോ ഇതാണ് നമ്മുടെ ഒരു അടിപൊളി ഡെറിവേഷൻ. ഈ ഡെറിവേഷൻ ചോദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൃത്യമായിട്ട് ചെയ്യാൻ അറിയുന്ന ഡെറിവേഷനാണ്. യെസ്. സോ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഫോർമുലയാണ് മക്കളെ. ആ ഫോർമുലേൻ്റെ പേരാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. സോ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വരയ്ക്കണം? ലെൻസ് വരയ്ക്കണം. അവിടെയും നമ്മൾ വരയ്ക്കേണ്ടത് ഏത് ലെൻസാണ്? കോൺവെക്സ് ലെൻസാണ്. ഓക്കെ, ഈ കോൺവെക്സ് ലെൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞു. കോൺവെക്സ് ലെൻസ് വരച്ചു കഴിഞ്ഞാൽ 4951 ലൈക്ക് ആയിട്ടുണ്ട്. 50 ലൈക്ക് കൂടി വന്നു കഴിഞ്ഞാൽ 5K ആവും. ഒരു രസം, അത്രയേ ഉള്ളൂ. യെസ്. സോ ലെൻസ് വരച്ചു കഴിഞ്ഞു. ഇമേജ് ഫോർമേഷൻ കൃത്യമായി ശ്രദ്ധിക്കണം. ഇവിടെയാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്. ഇങ്ങനെ വന്നു.
ഇതാ ഇതിൻ്റെ സെൻറ്റർ വരെ നമുക്ക് വരയ്ക്കാം അല്ലേ. ലൈറ്റ് റേ പോകേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്, ലൈറ്റ് റേ പോകേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്, ഇതാ ഇതുവരെ വരും. അതിനുശേഷം എന്ത് ചെയ്യടാ, ഈ ലൈറ്റ് റേക്ക് ഒരു പ്രാവശ്യം കൂടി ബെൻഡ് ചെയ്യും. ഇതാണ് രണ്ട് സർഫസിലും സംഭവിക്കുന്ന കാര്യങ്ങൾ. സോ ഈ സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ നമ്മൾ വിളിക്കുന്നു ദിസ് ഈസ് R1 ആൻഡ് ഇത് R1 ആണ്. ഈ സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ അത് R2 ആണ്. R1 കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. കുറച്ച് ഡിസ്റ്റൻസ് കൂടി മാർക്ക് ചെയ്യണം. ഇത് ഫൈനൽ ഇമേജ് കിട്ടിയത് I ആണ്. ഇനീഷ്യലി ഒരു ഇമേജ് കിട്ടിയത് I ഡാഷിലാണ്. ഈ ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U ആണ്. ഈ ഡിസ്റ്റൻസ് ഫൈനൽ ഇമേജ് ഡിസ്റ്റൻസ് V ആണ്. ഈ ഡിസ്റ്റൻസ് ഇൻ്റർമീഡിയറ്റ് ഇമേജ് കിട്ടിയ ഡിസ്റ്റൻസ് V ഡാഷ് ആണ്. ഓക്കെ, സോ രണ്ട് സർഫസുകളുണ്ട്. ഇവിടെ നോക്കണം മക്കളെ, ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1 ആണ്, മെറ്റീരിയലിൻ്റെ μ2 ആണ്, ഇവിടെ μ1 ആണ്. ഓക്കെ അല്ലേ. കൺസിഡറേഷൻ അഗെയിൻ μ2 ഗ്രേറ്റർ ദാൻ μ1 എന്നാണ്. വി ആർ അപ്ലൈയിങ്, നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്താ, വിൽ കൺസിഡർ ടു സർഫസസ്, സർഫസ് ABC ആൻഡ് സർഫസ് ADC അല്ലേ. നമ്മൾ ഫസ്റ്റ് സർഫസിൽ കർവ് സർഫസ് ഫോർമുല അപ്ലൈ ചെയ്യും, അത് ഇക്വേഷൻ കിട്ടും. സെക്കൻഡ് സർഫസിലും കിട്ടും, രണ്ടും ആഡ് ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. സോ അപ്ലൈയിങ് കർവ്ഡ് സർഫസ് ഫോർമുല ഇൻ സർഫസ് ABC. അപ്പോൾ ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡെറിവേഷൻ തുടങ്ങുന്നതിന് മുന്നേ വി ഹാവ് കർവ് സർഫസ് ഫോർമുല അതുകൊണ്ട് കൃത്യമായിട്ട് എഴുതി വെക്കണം. കർവ്ഡ് സർഫസ് ഫോർമുല ഒരു പ്രാവശ്യം എഴുതി വെച്ചതിന് ശേഷം ആ ഫോർമുലയിലാണ് നിങ്ങൾ ചേഞ്ചുകൾ കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ തെറ്റിപ്പോകും. സോ എന്താ കർവ് സർഫസ് ഫോർമുല, μ2 ഡിവൈഡഡ് ബൈ V മൈനസ് μ1 ഡിവൈഡഡ് ബൈ U ഈക്വൽ ടു μ2 മൈനസ് μ1 ഡിവൈഡഡ് ബൈ R. ഇതാണ് നമ്മുടെ കർവ് സർഫസ് ഫോർമുല. ഇതിൽ വേണം അപ്ലൈ ചെയ്യാൻ. സോ ഫസ്റ്റ് സർഫസ് കൺസിഡർ അവിടുത്തെ ചേഞ്ചുകൾ നോക്കാം. μ2ലും μ1ലും നോ ചേഞ്ച് അല്ലേ. μ2ലും μ1ലും നോ ചേഞ്ച് ആണ്. μ2 തന്നെയാണത്, μ1ഉം ഓക്കെയാണ്. μ2 μ1ഉം അത് തന്നെയാണ്. കാരണം μ2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സർഫസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എവിടേക്കാണോ ലൈറ്റ് ചെല്ലുന്നത് ആ സർഫസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് μ2. എവിടെ നിന്നാണോ ലൈറ്റ് വരുന്നത് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് μ1. അപ്പോൾ μ1ഉം μ2 നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത് നോക്കേണ്ടത് വിയെ കുറിച്ചാണ്. വിക്ക് ചേഞ്ച് ഉണ്ട്, കാരണം ഇവിടെ ഇമേജ് ഉണ്ടായത്, ഫസ്റ്റ് സർഫസ് ഇമേജ് ഉണ്ടായത് V ഡാഷിലാണ്. ഓക്കെ, യുക്ക് ചേഞ്ച് ഒന്നുമില്ല, യു തന്നെയാണ്. യു തന്നെയാണ്. R വിൽ ബിക്കം R1. ഫസ്റ്റ് സർഫസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് R1 വരും. ഈ ഫോർമുലയിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നില്ല മക്കളെ, നമ്മളിവിടെ ന്യൂക്കാർഡിൻ സൈൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ജനറൽ ഫോർമുലയാണ്. നമുക്ക് കിട്ടേണ്ട ഇക്വേഷനും ജനറൽ ഇക്വേഷൻ തന്നെയാണ്. സോ വെറുതെ ആദ്യം ഒന്ന് കോൺവെക്സിന് വേണ്ടിയിട്ട് മാറ്റിയിട്ട് വീണ്ടും ന്യൂക്കാർഡിൻ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഫൈനലി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ജനറൽ ഫോർമുലയാണ്. ദ ഫോർമുല ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് കോൺവെക്സ് ആൻഡ് കോൺകേവ്. ക്ലിയർ അല്ലേടാ. സോ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു പ്രാവശ്യം ന്യൂക്കാർഡിൻ അപ്ലൈ ചെയ്തിട്ട് ഇതിനെ എന്താക്കേണ്ട ആവശ്യമില്ല, കോൺവെക്സ് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഇമേജ് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി നമ്മൾ അപ്ലൈ എന്നുള്ള കോൺസെപ്റ്റിൽ എടുത്താൽ മതി. ആൻഡ് നമ്മളിതിപ്പോൾ കോൺവെക്സ് ആയി കഴിഞ്ഞാൽ വീണ്ടും ജനറലി 2 പ്രാവശ്യം അപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ 2 പ്രാവശ്യം അപ്ലൈ ചെയ്യുന്നതിന് എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മതി. യെസ്. സോ ഇക്വേഷനിലെ മാറ്റം നമുക്ക് കൃത്യമായി ശ്രദ്ധിച്ച് എഴുതേണ്ടതുണ്ട്. കൃത്യമായി ശ്രദ്ധിച്ചോളൂ. μ2 ഡിവൈഡഡ് ബൈ V ഡാഷ് മൈനസ് μ1 ഡിവൈഡഡ് ബൈ U ഈക്വൽ ടു μ2 മൈനസ് μ1 ഡിവൈഡ് ബൈ R1. ഇതാണ് കർവ് സർഫസ് ഫോർമുല ഫോർ ദി ഫസ്റ്റ് സർഫസ്. സെറ്റല്ലേ? യെസ്. നമ്മൾ അപ്ലൈ ചെയ്യുന്നു, നമ്മൾ പോകുന്നു രണ്ടാമത്തെ സർഫസിലേക്ക്. രണ്ടാമത്തെ സർഫസിൻ്റെ പ്രത്യേകത നോക്കടാ. അപ്ലൈ കർവ്ഡ് സർഫസ് ഫോർമുല ഇൻ സർഫസ് ADC ആണത്. സോ നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കണം മക്കളെ, ഞാൻ പറയുന്ന കാര്യം നോക്കടാ. ഈ ഫോർമുലയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. പല മക്കളും ചെയ്യുന്ന തെറ്റാണ്. ഇതിൽ കൊണ്ടുപോയിട്ട് വീണ്ടും അപ്ലൈ ചെയ്യും. അതിലല്ല അപ്ലൈ ചെയ്യേണ്ടത്. കർവ് സർഫസ് ഫോർമുല ഇതാണ്, അതിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് ചേഞ്ചുകൾ നോക്കാം. അവിടെ μ2 ആൻഡ് μ1 ഇൻ്റർചേഞ്ചസ്. കാര്യം മനസ്സിലായോടാ. ഇവിടെ ലൈറ്റ് പോകുന്നത് ഈ സർഫസിൽ നിന്ന് ഈ സർഫസിലേക്കാണ്. സോ ഈ സർഫസിൽ നിന്ന് ഈ സർഫസിലേക്കാണ് പോകുന്നത്. μ2ൽ നിന്ന് μ1ലേക്കാണ് ലൈറ്റ് റേ പോകുന്നത്. യെസ്, 5K അടിച്ചിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ് ഗൈസ്. ഇത് നമ്മുടെ വിജയം അല്ലേ, മറ്റേ ഇതിൽ പറഞ്ഞ പോലെ ഇത് നമ്മുടെ വിജയം. യെസ്. സോ ദിസ് ഈസ് ഇറ്റ് മക്കളെ. എല്ലാവർക്കും നാളത്തെ പരീക്ഷ തീപ്പൊരി ആയിരിക്കും. അതിലൊരു പ്രശ്നമില്ല. തകർക്കും, നമ്മൾ അടിപൊളിയാക്കും.
അല്ലേ? യെസ്. സോ നോക്കിക്കോളൂ μ2 μ1 ആൻഡ് അടുത്ത വ്യത്യാസം നോക്കണം. യു എന്തായിട്ട് മാറൂടാ? യു വി ഡാഷ് ആണ്, വിച്ച് മീൻസ് ഇവിടെ ഉണ്ടായ ഇമേജ് ആണ് ഇതിന് ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടായ ഇമേജ് ആണ് ഇതിന് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. വി ഡാഷ് ആകും. ആൻഡ് വി എന്ത് തന്നെയായിരിക്കും? അത് വി തന്നെയായിരിക്കും. വി തന്നെയായിരിക്കും. ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്, നോക്കിയാൽ കൺഫ്യൂഷൻ ആവും. ഇവിടെ വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വി തന്നെയാണ്. ആൻഡ് ആർ വിൽ ബിക്കം R2. ഇതാണ് ചേഞ്ച്. ഇക്വേഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യാമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? μ2 ഡിവൈഡ് ബൈ വി ആണ്. ഇവിടെ μ1 ഡിവൈഡ് ബൈ വി എന്ന് എഴുതണം. ദാറ്റ് മൈനസ് μ2 ഡിവൈഡ് ബൈ, വ്യത്യാസം കണ്ടോ? യെസ്. ദാറ്റ് ഡിവൈഡ് ബൈ യു ആയിരുന്നു, അതിന് വി ഡാഷ് എന്ന് വേണം കൊടുക്കാൻ. ദാറ്റ് ഇസ് ഈക്വൽ ടു μ1 മൈനസ് μ2 ഡിവൈഡഡ് ബൈ R2. കാര്യം മനസ്സിലായോടാ? μ1 ഉം μ2 എന്ത് ചെയ്യണം? മാറ്റി കൊടുക്കണം. കോൺവെക്സിൽ ലെൻസിൽ എഫ് പോസിറ്റീവാണ്. യെസ് അതൊക്കെ തന്നെയാണ്. ഓക്കെ, സോ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, മക്കളെ ഒരുപാട് പേര് തെറ്റിക്കുന്നത് ഇതിൽ കൊണ്ടുപോയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, ഇവിടെയല്ല. ഇതിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിലല്ല, തെറ്റിക്കരുത്. യെസ്, വി ആർ മൂവിങ് ഫോർവേഡ്. ഇക്വേഷൻ നമ്പർ 1+2 ചെയ്യാൻ പോവുകയാണ്. ഇക്വേഷൻ 1+2 ചെയ്യുമ്പോൾ μ2 എഴുതണ്ടോ? യെസ്, സോ μ2 ഡിവൈഡ് ബൈ വി ഡാഷ് രണ്ടിലും ഉണ്ട്, അപ്പോൾ അത് കട്ടായി പോകും. അപ്പോൾ μ1 ഡിവൈഡ് ബൈ വി മൈനസ് μ1 ഡിവൈഡ് ബൈ യു വരും. കറക്റ്റ് അല്ലേടാ? കൺഫ്യൂഷനില്ലല്ലോ. ഈ ടേമും പോയി, ഞാൻ വെട്ടുന്നില്ല. ഇതിൽ ഇത് ബാക്കിയുണ്ടാവും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു μ2 മൈനസ് μ1 ഇൻറ്റു 1/R2 മൈനസ് 1/R1. 1/R1 മൈനസ് 1/R2. 1/R1 മൈനസ് 1/R2. കാര്യം മനസ്സിലായിരിക്കുന്നു. നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്തത്, പക്ഷേ ഇവിടെ μ1 മൈനസ് μ2 ആണ്. സോ അത് തിരിച്ചിട്ടതുകൊണ്ടാണ് ഈ മൈനസ് വന്നത്. കാര്യം ഓർത്ത് വെക്കണം. സോ ഈ ഫോർമുലയിൽ നമ്മൾ ചെറിയ മാറ്റം വരുത്തുന്നു. വെൻ ദി ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ടില്ല പോയോ? ഓക്കെ. യെസ്, സോ മക്കളെ ഡിവൈഡിങ് വിത്ത് μ1 നമുക്ക് എന്ത് കിട്ടൂടാ? 1/v മൈനസ് 1/u is equal to μ2 മൈനസ് μ1 ഡിവൈഡഡ് ബൈ μ1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. 1/R1 മൈനസ് 1/R2. 2 സ്റ്റെപ്പ് കൂടി കഴിഞ്ഞാൽ ആ ഫോർമുല കഴിഞ്ഞു. ഫൈനലിലേക്ക് പോവുകയാണ്. ഇഫ് ദ ഒബ്ജക്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സൈൻ കൺവെൻഷൻ ഉപയോഗിക്കണം. നമ്മൾ ഫൈനൽ ഇക്വേഷൻ എന്തിനാണ് കിട്ടുന്നത്? അതൊരു ജനറൽ ഇക്വേഷൻ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. കൺഫ്യൂഷൻ വേണ്ട. ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട എന്നുള്ള കാര്യം മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇവിടെ ജനറൽ ഫോർമുല വെച്ചു, കോൺവെക്സ് വെച്ച് ചെയ്ത് വീണ്ടും ജനറൽ ആക്കേണ്ട. അതുകൊണ്ട് നമ്മൾ അപ്ലൈ വെക്കണില്ല. യെസ് നമ്മൾ ചെയ്യുന്നു. ഇഫ് ദ ഓബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി, image is formed at F. അതായത് u ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ v is equal to F ആകും. u ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ v ഈക്വൽ ടു F ആവും. സോ ഇക്വേഷൻ നമ്പർ, ഇതിനൊരു പേര് കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഇക്വേഷൻ നമ്പർ 5. ഇക്വേഷൻ നമ്പർ 5ൻ്റെ LHS വന്നാൽ 1/vക്ക് പകരം 1/F മൈനസ് 1/ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ആ ടേം അങ്ങനെ തന്നെ വരും. ഈ സൈഡിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. ഈ ടൈം അങ്ങനെ തന്നെ വരും. ക്ലിയർ അല്ലേടാ? യെസ്, സോ ഇതിന് ഇക്വേഷൻ നമ്പർ നമ്മൾ 6 എന്ന് കൊടുക്കും. സോ നൗ 6 ആൻഡ് 5 രണ്ടുപേരുടെയും റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. സോ 1/F മകളെ 1/ഇൻഫിനിറ്റി 0 എന്നറിയാലോ. സോ 1/F ഈക്വൽ ടു 1/v മൈനസ് 1/u കിട്ടും. ഇതിൻ്റെ പേരാണ് ഒരു മിനിറ്റ്. അതിന് മുന്നേ ഇതുകൂടി എഴുതി വെച്ചിട്ട് സെറ്റാക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് കമ്പാരിസന് പോവാം. നമുക്ക് വേണ്ട ഫോർമുല കിട്ടിയിട്ടില്ലല്ലോ. സോ 1/F is equal to μ2 മൈനസ് μ1 ഡിവൈഡഡ് ബൈ μ1 ഇൻറ്റു 1/R1 മൈനസ് 1/R2 അല്ലേ. അപ്പോൾ 1/F is equal to ഇങ്ങനെ കൂടി എഴുതാം, μ21 മൈനസ് 1, അതായത് ഇതിനെ ഡിവൈഡ് ചെയ്ത് എഴുതിയാണ്, ഇൻറ്റു 1/R1 മൈനസ് 1/R2. ഈ ഫോർമുലേൻ്റെ പേരാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇതിൻ്റെ പേരാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഓക്കെ, ഇക്വേഷൻ നമ്പർ 6 എന്നുള്ള പേര് ഞാൻ ഇതിനാണ് കൊടുക്കുന്നത്. ഇക്വേഷൻ നമ്പർ 6 എന്ന പേര് ഞാൻ ഇതിനാണ് കൊടുക്കുന്നത്. സോ കമ്പയറിങ്
കമ്പയറിംഗ് ഇക്വേഷൻ നമ്പർ 5 and 6. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം പറയുന്നതാണ് മക്കളെ, ഈ കാര്യം നമുക്കറിയാം. യെസ്. സോ 1/f is equal to 1/v minus 1/u എന്ന് കിട്ടും. ഈ ഫോർമുലേൻ്റെ പേരാണ് ലെൻസ് യൂസേഴ്സ് ഫോർമുല അല്ലെങ്കിൽ സിംപ്ലി ലെൻസ് ഫോർമുല. യെസ്, ക്ലിയർ അല്ലേടാ? സോ ദിസ് ഈസ് ഇറ്റ്. ഇതാണ് നമുക്ക് അവിടെ പറയേണ്ട, ഇതാണ് നമുക്ക് അവിടെ ആവശ്യമുണ്ടായിരുന്ന ഫോർമുല. ദിസ് ഈസ് ലെൻസ് ഫോർമുല. ഇവിടെ പോയ സർഫസ് ഫോർമുല, ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഈ പറഞ്ഞ ഇതാണ് ഏത് കർവ്ഡ് സർഫസ് ഫോർമുല. എഴുതി വെച്ചില്ല, കർവ്ഡ് ഇതിൻ്റെ പേരാണ് കർവ്ഡ് സർഫസ് ഫോർമുല. സെറ്റല്ലേ? സോ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷൻ ചോദിക്കുമോ അല്ല സോറി പറയുമോ ചോദിക്കുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞതാണ്. ഓർത്ത് വെക്കണം. യെസ്, ക്ലിയർ അല്ലേ മക്കളെ? യെസ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ ഏത് റിപ്പീറ്റർ ആയിട്ട് ചോദിക്കുന്നത് വരയ്ക്കും നമ്മൾ, വരച്ചിട്ടേ പോകുള്ളൂ. അതും കൂടി വരച്ച് സെറ്റാക്കിയിട്ടേ പോകുള്ളൂ. സോ വാട്ട് ഈസ് തിൻ ലെൻസ് ഫോർമുല? ഈ ഫോർമുല തന്നെയാണ് തിൻ ലെൻസ് ഫോർമുല. നമ്മൾ കൺസിഡർ ചെയ്ത ലെൻസിൻ്റെ തിക്നെസ് ഈസ് അല്ലെങ്കിൽ ഐ തിക്നെസ് ഈസ് വെരി സ്മോൾ കമ്പയറിംഗ് UV and F. ഇത് തന്നെയാണ് തിൻ ലെൻസ് ഫോർമുല. നമുക്ക് തിക്ക് ലെൻസ് പഠിക്കാനില്ല. തിക്ക് ലെൻസ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടി ഉണ്ടാവും. അവിടുത്തെ അതിൻ്റെ തിക്നെസ് ഓഫ് ദി ലെൻസ് ഈസ് ഗ്രേറ്റർ അല്ലെ കമ്പയറബിൾ വിത്ത് ദ ഡിസ്റ്റൻസ് UVR. യെസ്, അതുമാണ് ഫോർമുല. കൃത്യമായി മനസ്സിലാക്കി വെക്കണം. മനസ്സിലാക്കേണ്ട ഡെറിവേഷനാണ്. ഓരോ സ്റ്റെപ്പുകളും നോക്കി വെക്കണം. എന്താണ് ചെയ്യുന്നുള്ള കാര്യം കൃത്യമായി ഓർത്ത് വെക്കണം. യെസ്, ആൻഡ് പവർ ഓഫ് ലെൻസ് ആണ് യൂണിറ്റ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട് മക്കളെ. പവർ P is equal to 1/f ആണ്. സോ ആ മോഡിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് കിട്ടിയ ഈ ഫോർമുലയിൽ P is equal to എന്ന് പറഞ്ഞു എഴുതാറുണ്ട്. ഈ ഫോർമുല നമ്മൾ P എന്ന് പറഞ്ഞിട്ട് എഴുതാറുണ്ട്. പവർ P is equal to 1/f ആണ്. വേർ F is in meter. F എന്തിനാണ്? മീറ്ററിലാണ്. മീറ്റർ ഓർത്ത് വെക്കണം. സോറി, യെസ്, F is in meter. രണ്ടാമത്തെ കാര്യം നോക്കടാ. പവർ P is equal to 100/f വേണമെങ്കിൽ ഉപയോഗിക്കാതെ F സെൻറ്റിമീറ്ററിലാവുമ്പോഴാണ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ കാര്യം ഓർത്ത് വെക്കണം. പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്റർ യെസ്, യൂണിറ്റ് ആണത്. ക്ലിയർ അല്ലേടാ? യെസ്, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കോമ്പിനേഷൻ ഓഫ് ലെൻസ് ചോദിക്കുന്നുണ്ട്. ചെയ്യേണ്ട കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ലെൻസ് വെക്കണം. സെക്കൻഡ് ലെൻസ് വേണം. ദേ ആർ പ്ലേസ്ഡ് കോയാക്സിയലി. രണ്ടുപേരുടെയും പ്രിൻസിപ്പൽ ആക്സിസ് സെയിം ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്ലേസ്ഡ് ഇൻ കോണ്ടാക്ട്, അതും കൂടി പറയണം. നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ ഓഫ് ലെൻസ് കോണ്ടാക്റ്റിലാണെങ്കിൽ മാത്രമാണ്. രണ്ടുപേരും ചേർന്നിരിക്കുകയാണ്. ഫസ്റ്റ് ആളുടെ ഫോക്കൽ ലെങ്ത് F1 ആണ്. രണ്ടാമത്തെ ആളുടെ ഫോക്കൽ ലെങ്ത് F2 ആണ്. സോ ഒബ്ജക്റ്റ് ഇവിടെ വെച്ചാൽ ഫസ്റ്റ് ലൈറ്റ് ഇങ്ങനെ വരും. അത് രണ്ടാമത്തെ ലെൻസിലേക്ക് പോകും. ശരിക്കും ഇമേജ് കിട്ടുന്നത് ഇവിടെയായിരുന്നു. ഫൈനൽ ഇമേജ് ഇവിടെ ഫോം ചെയ്തു. ദിസ് ഈസ് I ഡാഷ്, ദിസ് ഈസ് I. ഇത് U ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ V. ഈ ഡിസ്റ്റൻസ് ആണ് V ഡാഷ്. നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല ഏതാണെടാ? അത് ലെൻസ് ഫോർമുലയാണ്. 1/f is equal to 1/v minus 1/u എന്നുള്ള ഫോർമുലയാണ് മക്കളെ. ഈ ഫോർമുലയിലാണ് നമ്മുടെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സർഫസിനെ അപ്ലൈ ചെയ്യുക, സെക്കൻഡ് സർഫസിനെ അപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 1/f is equal to 1/f1 plus 1/f2. നിങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഞാനിത് വീണ്ടും ഒരിക്കൽ കൂടി സമയം ഉണ്ടെങ്കിൽ മാത്രം ഒരിക്കൽ കൂടി വന്നിട്ട് പറയുന്നതാണ്. അല്ലെങ്കിൽ തൽക്കാലം ഇതാണ് കോമ്പിനേഷൻ ഓഫ് ലെൻസിൻ്റെ കാര്യം ഓർത്ത് വയ്ക്കുക. നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി പറയണം. കോമ്പിനേഷൻ ഓഫ് ലെൻസിൽ പവറിൻ്റെ കാര്യം കൂടി പറയണം. പവർ P is equal to P1 plus P2 ആണ്. മാഗ്നിഫിക്കേഷൻ്റെ കാര്യമുണ്ട്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ M1 into M2 ആയിരിക്കും. അതിന് മുന്നേ മാഗ്നിഫിക്കേഷൻ എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇക്വേഷൻസ് ഒക്കെ അറിയാം. മാഗ്നിഫിക്കേഷൻ M is equal to HI/HO അല്ലെങ്കിൽ ഇവിടെ V/U ആണ്. ലെൻസിൽ -V/U ആണ്. ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കണം. മാഗ്നിഫിക്കേഷന്
3 വാല്യൂസ് പോസിബിൾ ആണ്. മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു 1, ലെസ് ദാൻ 1, ഗ്രേറ്റർ ദാൻ 1. ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ പറയും സെയിം സൈസ് ആണ്. ഗ്രേറ്റർ ദാൻ 1 ആണ് നമ്മൾ എന്ത് പറയും, അത് മാഗ്നിഫൈഡ് ആണ്, അതിൻ്റെ സൈസ് കൂടിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് മാഗ്നിഫൈഡ് എന്ന് പറയും. ലെസ് ദാൻ 1 ആണെങ്കിൽ അത് ഡിമിനിഷ്ഡ് ആണെന്ന് പറയും. ഓക്കെ, മാഗ്നിഫിക്കേഷൻ്റെ കാര്യം അതാണ് അവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം. ആൻഡ് അടുത്ത കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം, എമ്മിന് എഗെയിൻ 2 വാല്യൂസ്. എം ക്യാൻ ബി നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ആൻഡ് ഇൻവെർട്ടഡ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. ഈ കാര്യം കൂടി മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കേണ്ടത് തന്നെയാണ്, മറന്നു പോകരുത്. യെസ്, സോ കൃത്യമായി മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ഭാഗമാണ് മക്കളെ. യെസ്, സെറ്റല്ലേടാ. സോ കോമ്പിനേഷൻ ഓഫ് ലെൻസ് ശരിക്കും അവിടെ ഡെറിവേഷൻ ഉണ്ട്, നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് സർഫസിൽ അപ്ലൈ ചെയ്യുക. അതൊക്കെ ആലോചിക്കേണ്ടത് ഈ ഫോർമുലയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. യെസ്, യെസ്, ഈ ചാപ്റ്ററിലെ എല്ലാ ഫോർമുലാസും ഇത് നോക്കട്ടെ മാൽവേഴ്സ്. സോ കോമ്പിനേഷൻ ഓഫ് ലെൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ദാറ്റ് ഈസ് പ്രിസം. മക്കളെ, ഇനി നമ്മളെ മുന്നിലാകെ 45 മിനിറ്റാണ്. 45 മിനിറ്റ് പ്രിസവും പറയണം, അതിനെ കൂടെ തന്നെ എന്തുകൂടെ പറയണം, നമ്മുടെ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൂടെ പറയണം. സോ പ്രിസത്തിൻ്റെ കാര്യം നോക്കിക്കോളൂ. പ്രിസത്തിൻ്റെ ഡെറിവേഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പ്രിസം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പ്രിസം എന്നാൽ ഇങ്ങനെ ഒരു ചെറിഞ്ഞ സർഫസ് ഉള്ള കാര്യമാണ്. സോ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഈ ലൈറ്റ് റേസിൻ്റെ പേരാണ് ആ വന്ന ലൈറ്റ് റേക്ക് നമ്മൾ PQ എന്ന് പേര് വിളിച്ചു. PQവിൻ്റെ പേരാണ് ഇൻസിഡൻറ്റ് റേ അല്ലേ. ആ ലൈറ്റ് അതിലൂടെ കടന്നാൽ ഇങ്ങനെയാണ് പോകുന്നത്. ദാറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് എ നോർമൽ. നമ്മൾ അതിനെ വിളിച്ചു PQR. അപ്പോൾ QR-ൻ്റെ പേരാണ് റിഫ്രാക്റ്റഡ് റേ. അത് പുറത്തേക്ക് വരുന്നു, RS ആയി. അപ്പോൾ RSൻ്റെ പേരാണ് എന്താടാ, എമർജൻറ്റ് റേ. പേരുകൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഈ ലൈറ്റർ ഇതാ ഇങ്ങനെയായിരുന്നു പോകുമായിരുന്നത്. ഇതാ പുറകിലേക്ക് എക്സിന് ചെയ്താൽ ഇതിങ്ങനെയും കിട്ടും. സോ ഇതാണ് ഡീവിയേഷൻ ഡെൽറ്റ. ഇവിടെ നമ്മൾ നോർമൽ വരച്ചു, ഈ സർഫസിന് നോർമൽ വരച്ചു, ഇവിടെയും നോർമൽ വരച്ചു. ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് എമർജൻസ്. ഇതാണ് R1, ഇതാണ് R2. ഇത് ആംഗിൾ ഓഫ് പ്രിസം A ആണ്, ഈ സൈഡ് B ആണ്, ഇത് സൈഡാണ്. ഇതിനെ നമുക്ക് M എന്നും N എന്നും വിളിക്കാം. സോ ഇത്രയാണ് ഇതിലെ മാർക്ക്. കൺഫ്യൂഷൻ ഇല്ലല്ലോടാ. മൈക്രോസ്കോപ്പ് ഡെറിവേഷൻ. യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഡെറിവേഷനിൽ ഈ മാർക്കിംഗ് എല്ലാവരും പഠിച്ചു പോകണം. ഇനി പറയണോ മക്കളെ, ഒരിക്കൽ കൂടി പറയണ്ടല്ലോ മാർക്കിംഗ്. എടാ മക്കളെ, ആരും തോറ്റുപോകില്ല. നിങ്ങൾ എല്ലാവരും ജയിക്കും. നിങ്ങൾ ഈ ലൈവ് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഈ ലൈവിൽ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് മാത്രം അതിനെ നല്ലൊരു മാർക്ക് കിട്ടും ഉറപ്പായിട്ട്. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളോട് പോയി ക്വസ്റ്റ്യൻ കാണുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാം. ഓരോ ചാപ്റ്ററിലെയും പ്രിസൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് അതിലും പോയി കാണാം. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ തിയറിയാണ് പറയുന്നത്. ഓക്കെ അല്ലേടാ. വാട്ട് ഈസ് പ്രിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രിസം ഈസ് എ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ഹാവിങ് ഇൻക്ലൈൻ സർഫസസ്, അല്ലെങ്കിൽ സർഫസ് ആർ ഇൻക്ലൈൻഡ് ആൻഡ് ആംഗിൾ. അതിന് വിളിക്കുന്ന പേരാണ് പ്രിസം. ദാറ്റ് ഈസ് നെയിംഡ് അക്കോർഡിംഗ് ദ ഷേപ്പ് ഓഫ് ദി പ്രിസം. ഇത് ട്രയാങ്കുലർ പ്രിസമാണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കുലർ പ്രിസമാണ്. യെസ്, സോ നമ്മൾ ഡെറിവേഷനിലേക്ക് പോവുകയാണ്. ഇവിടെയും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ് മക്കളെ? കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ ഓഫ് പ്രിസമാണ്. പ്രിസത്തിൻ്റെ മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാടാ? μ21 അല്ലെങ്കിൽ μ sin I ഡിവൈഡഡ് ബൈ sin R ആണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഐക്കും ആറിനും ഇക്വേഷൻ വേറെ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. സോ അതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം കൃത്യമായി ശ്രദ്ധിച്ചോളൂ. യെസ്, സോ നമുക്കതിനായിട്ട് എന്ത് വേണം? ഐക്കും ആറിൻ്റെയും ടേമിൽ കിട്ടണം. നമ്മൾ ഓരോ ട്രയാങ്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. സോ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്വാഡ്രിലാറ്ററിൻ്റെ പേരാണ് ക്യൂ അവിടെ ഉണ്ടല്ലോ അല്ലേ. യെസ്, സോ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ AQNR.
കൺസിഡറേഷൻ നോക്കുക. വെറും മാത്തമാറ്റിക്സ് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. യെസ്, AQNR കൺസിഡർ ചെയ്തു. നമുക്കറിയാം അവിടെ ആംഗിൾ Q ഇസ് ഈക്വൽ ടു ആംഗിൾ R ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ Qയും ആംഗിൾ Rയും കൂട്ടിയാൽ 90 ഡിഗ്രിയാണ്. കാരണം ഇത് രണ്ടും എന്താടാ, നോർമലാണ്. സോ ദെർഫോർ ആംഗിൾ A പ്ലസ് ആംഗിൾ N ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താ? കാരണം ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് 180 ഡിഗ്രി. ഇതും കൂട്ടിയാൽ 180 കഴിഞ്ഞു. സോ എയും എന്നും കൂട്ടിയാൽ എത്രയാണ്? ദാറ്റ് ഈസ് 180. ക്ലിയർ ആണോ? സോ അത് അവിടെ നിൽക്കട്ടെ. ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. അടുത്തായിട്ട് നമുക്ക് ആ എന്നിൻ്റെ കാര്യം തീരുമാനാക്കണം. അതുകൊണ്ട് നമ്മൾ ട്രയാങ്കിൾ QRN എടുത്തു. ട്രയാങ്കിൾ QRN. ഓക്കെ, സോ അത് നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് എത്രയാണ് നമുക്കറിയാം. ദാറ്റ് ഈസ് 180. സോ നമുക്ക് എഴുതാൻ പറ്റും ആംഗിൾ N പ്ലസ് ആംഗിൾ R1 പ്ലസ് ആംഗിൾ R2 ഇസ് ഈക്വൽ ടു 180 ആണ്. ഇക്വേഷൻ നമ്പർ 2 കിട്ടി. സോ ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ N സെയിം 180 സെയിം. സോ ആംഗിൾ A ഫ്രം 1 and 2 ആംഗിൾ A ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഇക്വേഷൻ നമ്പർ ഒരു നമ്പർ ഇട്ട് അവിടെ വയ്ക്കുക. ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഏകദേശം നമ്മൾ ആ കാര്യം സെറ്റാക്കിയിട്ടുണ്ട്. ആംഗിൾ എൻ്റെ കാര്യം തീരുമാനമായി. നമുക്കിനി I വേണം. I ആണ് വേണ്ടത്. I കിട്ടാൻ നമ്മൾ കൺസിഡർ നോക്കിക്കേ. ഇതാണ് I. സോ നമ്മൾ അതിന് കൺസിഡർ ചെയ്യുന്ന ഈ ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ QMR. ട്രയാങ്കിൾ QMR നോക്കിയാൽ ഐൻ്റെ ടേമിലേക്ക് വരണം. സോ ഞാനിതൊന്ന് സൂം ചെയ്തു. കുറച്ച് കാര്യങ്ങൾ ഇതിൽ എഴുതി ചേർക്കാനുണ്ട്. ഇത് I മൈനസ് R1 ആണ്. കാരണം ഈ രണ്ട് ലൈൻസും കട്ടിലുണ്ടാണ്. ഈ ആംഗിളും സെയിം ആണ്. സോ ഇത് മൊത്തത്തിൽ I ആണ്. ഇത് R1 ആണെങ്കിൽ ദിസ് ഇസ് I മൈനസ് R1. ആൻഡ് ഇവിടേക്ക് വരികയാണെങ്കിൽ ദിസ് ഇസ് E മൈനസ് R2. കൺഫ്യൂഷൻ ഒന്നും തന്നെ ഇല്ലാന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് I മൈനസ് R1, ദാറ്റ് ഈസ് E മൈനസ് R2. ക്ലിയർ അല്ലേടാ? സോ നമുക്കറിയാവുന്ന കാര്യം MQR കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സം ഓഫ് ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു എക്സ്റ്റീരിയർ ആംഗിൾ. സോ QMR എന്ന് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം ഡെൽറ്റ D ഈക്വൽ ടു I1 മൈനസ് R1 പ്ലസ് E മൈനസ് R2. Okay, D is equal to I minus R1 plus E minus R2. So D is equal to I plus E minus R1 plus R2. നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഇക്വേഷൻ നമ്പർ 3 എന്നിട്ടു. ഇക്വേഷൻ നമ്പർ 4. നമ്മൾ ഉടനെ തന്നെ കാര്യം ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 4 അല്ല, ഇക്വേഷൻ നമ്പർ 3/4 ഇട്ട് വയ്ക്കുന്നു. അപ്പോൾ എന്ത് കിട്ടി? D is equal to I plus E minus എന്താ സാധനം? അത് ആംഗിൾ A ആണ്. ആംഗിൾ A. ക്ലിയർ ആണോടാ? ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഇത്രയും കിട്ടി. നമ്മൾ സൈഡിൽ എഴുതേണ്ടത് എന്താടാ? അതാണ് മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ. എന്താ മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ? ഗ്രാഫ് വരയ്ക്കുക. മിനിമം ഡീവിയേഷൻ്റെ ഗ്രാഫ് ഇതാ വരയ്ക്കുക. ഇതാണ് ഗ്രാഫ്. ID കർവാണ് വരയ്ക്കുന്നത്. ഇവിടെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ നമ്മൾ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഇവിടെ I വരയ്ക്കും. ഡീവിയേഷൻ വേഴ്സസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ID കർവ്. I എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. D എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ ആണ്. ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയാണ് കിട്ടിയത്. അത്ഭുതം എന്ന് പറയട്ടെ, ഡീവിയേഷൻ്റെ വാല്യൂ ആദ്യം കുറഞ്ഞു വന്നു, പിന്നെ കൂടി. അതിലെ മിനിമം വാല്യൂ എന്ന് വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ, DM. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ DM. സോ അറ്റ് മിനിമം ഡീവിയേഷൻ നമുക്ക് പറയാനുള്ള കാര്യം എന്താണ്? അറ്റ് മിനിമം ഡീവിയേഷൻ എന്ത് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുക? മിനിമം ഡീവിയേഷൻ ആണ് സമയത്ത് D വിൽ ബിക്കം 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. D വിൽ ബിക്കം DM ആയിട്ട് മാറും. I ഈക്വൽ ടു E ആയിട്ട് മാറും. I ഈക്വൽ ടു E ആയിട്ട് മാറും. ആൻഡ് R1 ഇസ് ഈക്വൽ ടു R2 ഇസ് ഈക്വൽ ടു ഒരു പേര് വിളിക്കാം, R എന്ന് വിളിക്കാം. സോ നമ്മൾ ഇക്വേഷനിൽ വരുന്ന മോഡിഫിക്കേഷൻ ഒന്ന് ശ്രദ്ധിക്കാം മക്കളെ. ഇക്വേഷൻ നമ്പർ 3ക്ക് എന്ത് പറ്റും? ഇക്വേഷൻ നമ്പർ 3 വിൽ ബിക്കം ഇക്വേഷൻ നമ്പർ 3ക്ക് എന്ത് സംഭവിക്കടാ? ഇക്വേഷൻ നമ്പർ 3 എന്തായിരുന്നു? A is equal to R1 plus R2. സോ A is equal to 2R എന്ന് വരും. R is equal to A/2 എന്ന് വരും. നമുക്ക് വേണ്ട ഇക്വേഷനാണിത്. Rൻ്റെ ടേമിൽ കിട്ടി. R is equal to A/2. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 6 അല്ലേ? ഇക്വേഷൻ നമ്പർ അടുത്തേതാടാ? ഇക്വേഷൻ നമ്പർ 5ൽ വരുന്ന മാറ്റം കൃത്യമായി ശ്രദ്ധിക്കണം. DM is equal to I plus E എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം?
2i എന്ന് എഴുതാം. ബിക്കോസ് i ഈസ് ഈക്വൽ ടു ഈ മൈനസ് എ എന്ന് കിട്ടും. സോ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ i ആണ് വേണ്ടത്. അപ്പോൾ a മൈനസ് ഡി എം ഈക്വൽ ടു 2i, i ഈസ് ഈക്വൽ ടു a മൈനസ് ഡി എം ബൈ 2. a മൈനസ് ഡി എം, a പ്ലസ് ഡി എം, a പ്ലസ് ഡി എം, a അല്ലേ, a പ്ലസ് ഡി എം ബൈ 2. സോ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 7. ഇക്വേഷൻ നമ്പർ 7. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം വളരെ ലളിതമാണ്, വളരെ ലളിതമാണ്. ലളിതമായ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇത്രയും സമയം ചെയ്തതും. യെസ്, നോക്കിക്കോളൂ, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? വി ഹാവ് സ്നെൽസ് ലോ. സ്നെൽസ് ലോ എന്താടാ? സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു മ്യൂ. ദാറ്റ് ഈസ് സപ്ലൈയിങ് ഇക്വേഷൻ നമ്പർ 7 and 6. 8 ആണ്. സോ 6 and 7 in 8. അപ്പോൾ എന്ത് വരും? സൈൻ ഓഫ് എ പ്ലസ് ഡി എം ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2 ഈസ് ഈക്വൽ ടു മ്യൂ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി പ്രിസം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി പ്രിസം, അതിൻ്റെ ഇക്വേഷൻ ഇതാണ് മക്കളെ, ഇതാണ് മക്കളെ, ഇതാണ് മക്കളെ. ഞാൻ വീണ്ടും പറയട്ടെ, നമുക്കറിയുന്ന ഡെറിവേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണിത്. പുതുതായിട്ട് പഠിക്കുന്ന ആരും തന്നെ ഇല്ലയെന്ന് വിചാരിക്കുന്നു. പുതിയത് പഠിക്കുന്ന ആളുകൾക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്പീഡ് കുറച്ച് കൂടുതലാണ്. യെസ്, ഐ അഡ്മിറ്റ് ദാറ്റ് സ്പീഡ് കൂടുതലാണെന്ന്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ, സംശയം ഒന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയേണ്ട സമയമാണ്. യെസ്, പറഞ്ഞോളൂ മക്കളെ. പറയടാ. എന്താണ് അവസ്ഥ? ക്ലിയർ ആണോ? ഇത് കഴിഞ്ഞ് നമുക്ക് അവസാനത്തെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ ഭാഗത്തേക്ക് പോകാം. യെസ്, നമ്മൾ പോകുന്നു സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഈ മൈക്രോസ്കോപ്പിലൊക്കെ പഠിക്കേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. എല്ലാത്തിലും പഠിക്കേണ്ട കാര്യങ്ങൾ സെയിം ആണ്. അതിൻ്റെ വർക്കിംഗ് പഠിക്കണം, മാഗ്നിഫിക്കേഷൻ പഠിക്കണം, അത്രേ പഠിക്കാവുള്ളൂ കേട്ടോ. വർക്കിംഗ് പഠിക്കണം, മാഗ്നിഫിക്കേഷൻ പഠിക്കണം, റേ ഡയഗ്രാം പഠിക്കണം. സോ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതെന്താണ്? അതൊരു കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ഓഫ് ഷോർട്ടർ ഫോക്കൽ ലെങ്ത്. കോൺവെക്സ് ലെൻസ് ഓഫ് ഷോർട്ട് ഫോക്കൽ ലെങ്ത്. അതിനെ വിളിക്കുന്ന പേരാണ് എന്താടാ? അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഈ പറഞ്ഞ എന്ത്? സിമ്പിൾ മൈക്രോസ്കോപ്പ്. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് നോക്കടാ. ഇങ്ങനെ വെച്ചു. ഇതാണ് എൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. നമുക്കറിയാം ഇവിടെ എഫ് ആണ്, ഇത് എഫ് ആണ്, ഇത് 2f ആണ്. നമുക്കറിയാം when the object is placed between f and 2f we will get a magnified image അല്ലേ. between f and 2f വെച്ചാൽ f and ലെൻസ് വെച്ചാൽ get a magnified image. നമുക്ക് ആ റേ ഡയഗ്രാം കംപ്ലീറ്റ് ആക്കണം. പാരലായിട്ട് വന്നു ലെൻസിൻ്റെ സെൻറ്റർ വരെ. ഇവിടെയും എഫ് ഉണ്ട്, ഇവിടെ 2f ഉണ്ട്. ദിസ് ലൈറ്റ് റേ വിൽ ഗോ ത്രൂ ഫോക്കസ്. അറിയുന്ന കാര്യമാണ് അല്ലേ. രണ്ടാമത്തെ ലൈറ്റ് റേ ഇതിലൂടെ പോകുന്നത് ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ ഒപ്റ്റിക് സെൻറ്റർ. സോ ഇതാണ് സെക്കൻഡ് ലൈറ്റ് റേ. അതിങ്ങനെ പോയി. യെസ്, സോ നമുക്ക് എന്ത് മനസ്സിലായി? ആ ലൈറ്റ് റേസ് അങ്ങനെ പോവുകയാണ്. ആ പോയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യും? പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. വി വിൽ എക്സ്റ്റെൻഡ് ദാറ്റ് ബാക്ക്വേർഡ്. സോ അത് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലേടാ, എന്തൊക്കെയാണ് കാട്ടണം? ഒരു പാട് കിട്ടണില്ല. യെസ്, ഇനി കിട്ടും. ഇനി ഇതൊക്കെ ഈ ലൈറ്റ് റേ പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അത് മീറ്റ് ചെയ്ത ഈ പോയിന്റിൽ വി വിൽ ഗെറ്റ് ദ മാഗ്നിഫൈഡ് ഇമേജ്. ഇതാണ് അതിൻ്റെ റേ ഡയഗ്രാം. പഠിക്കണം, മനസ്സിലാക്കണം. ഓക്കെ അല്ലേടാ? യെസ്, സോ വർക്കിംഗ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഡയലോഗാണ് നമ്മൾ പറഞ്ഞു വെക്കേണ്ടത്. എന്തായിരുന്നു? when the object is placed between focus and lens we will get a magnified image on the same side of the object. നമ്മൾ അതിനെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. മാഗ്നിഫിക്കേഷൻ മക്കളെ, എം എസ് ഈക്വൽ ടു വി ബൈ യു നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ അത് നമുക്കൊരു അറേഞ്ച്മെൻറ്റ് നടത്താം. എം എസ് ഈക്വൽ ടു വി ഇൻറ്റു 1/u എന്ന് എഴുതാം. നമുക്കറിയാം 1/f ഇസ് ഈക്വൽ 1/v മൈനസ് 1/u ആണ്. സോ 1/u ഇസ് ഈക്വൽ ടു 1/f 1/v. ആ കോൺവെക്സ് ലെൻസ് അല്ലേടാ. 1/f പ്ലസ് ആണ്. അപ്പോൾ 1/f മൈനസ് 1/v. ക്ലിയർ ആണോ? അങ്ങനെയല്ലല്ലോ. മൈനസ് ഒന്നും വേണ്ട. വൺ ബൈ യു is equal to 1/v minus 1/f. കറക്റ്റ് അല്ലേ? യെസ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് v ഇൻറ്റു 1/v minus 1/f സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യം എം ഇസ് ഈക്വൽ ടു 1 മൈനസ് V by F അല്ലേ യെസ് 1 മൈനസ് V by F സോ ദാറ്റ് വിൽ ബി 1 മൈനസ് D by F D മൈനസ് ആണ് പ്ലസ് കിട്ടും സോ എം ഇസ് ഈക്വൽ 1 പ്ലസ് D by F ഇതാണ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ നമ്മൾ പറയണം വെൻ ദി ഓബ്ജെക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി എം ഇസ് ഈക്വൽ ടു D by F ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കണം ക്ലിയർ അല്ലേ യെസ് സോ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ കാഴ്ച ഇത്രയേ ഉള്ളൂ എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയത് മനസ്സിലാക്കണം പിന്നെ അതിൻ്റെ വർക്കിംഗ് പഠിക്കണം മാഗ്നിഫിക്കേഷൻ പഠിക്കണം ഇത്രേ പഠിക്കാളൂ യെസ് സോ നമ്മൾ അടുത്തയിലേക്ക് പോവുകയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ശ്രദ്ധിച്ചോളൂ 3 പ്രാവശ്യം പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അർത്ഥം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ കുറിച്ചും അതിൻ്റെ മാഗ്നിഫിക്കേഷനെ കുറിച്ചും നമുക്ക് പഠിക്കേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് മക്കളെ ശ്രദ്ധിച്ചോളൂ റെഡി അല്ലേടാ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയുണ്ട് മാഗ്നിഫിക്കേഷന് വേണ്ടിയിട്ടാണ് സോ മൈക്രോസ്കോപ്പ് ആയാലും ടെലസ്കോപ്പ് ആയാലും ഉപയോഗിക്കുന്ന ലെൻസുകൾ ഏതാ കോൺവെക്സ് ലെൻസുകൾ തന്നെയാണ് 2 ലെൻസ് ഉപയോഗിക്കും ഒന്ന് ഒബ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും മറ്റത് ഐ പീസ് ആയിട്ട് ഉപയോഗിക്കും നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക ഒരു മൈക്രോസ്കോപ്പ് ടെലസ്കോപ്പിൻ്റെ കേസ് നമുക്കറിയാം വലിയ മുൻഭാഗവും ചെറിയ പുറകും അല്ലേ ടെലസ്കോപ്പ് അങ്ങനെയല്ലേ വരയ്ക്കുക വലിയ ഫ്രണ്ടും ചെറിയ ബാക്ക് സൈഡും ആയിട്ടല്ലേ വരയ്ക്കുക സോ അങ്ങനെയാണെങ്കിൽ മൈക്രോസ്കോപ്പ് നമ്മൾ വരയ്ക്കുമ്പോൾ ചെറിയ ഫസ്റ്റ് ലെൻസ് ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ലെൻസ് വരയ്ക്കണം വലിയ ഏത് വരയ്ക്കണം ഐ പീസും വരയ്ക്കണം സോ ചെറുതെന്ന് പറഞ്ഞാൽ അപ്പർച്ചർ ചെറുതാണ് അതിൻ്റെ ഫോക്കൽ ലെങ്ത്തും കുറവാണ് ഇതിൻ്റെ പവർ കൂടുതലാണ് ഓർത്ത് വയ്ക്കുക ഫോക്കൽ ലെങ്ത് കുറവാണ് പവർ കൂടുതലാണ് സോ നമുക്കറിയണം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആവുന്ന സമയത്ത് എങ്ങനെയാണ് ആക്ട് ചെയ്യുക ഒരു ഒബ്ജക്റ്റ് ഈസ് പ്ലേസിങ് വെരി ക്ലോസ് ടു ദാറ്റ് ഒബ്ജക്റ്റ് അല്ലേ വെരി ക്ലോസ് ടു ദാറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെ വെക്കണം വെച്ചാൽ നമുക്കത് അതിൻ്റെ ഫോക്കസിൻ്റെ അടുത്ത് വെക്കാം സോ ഫോക്കസിൻ്റെ വളരെ അടുത്ത് വെക്കാം അപ്പോഴാണ് നമുക്ക് ഏറ്റവും മാക്സിമം മാഗ്നിഫൈ ആയിട്ടുള്ള ഇമേജ് കിട്ടുക ഫോക്കസിൻ്റെ വളരെ അടുത്ത് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ലെൻസ് വെച്ചു ഓക്കെ ലൈറ്റ് റേ പാരലായിട്ട് വന്നു അത് ഏതിലൂടെ പോകും നമുക്കറിയാം അത് അതിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത്തിലൂടെ ഇങ്ങനെ പോകും ലൈറ്റ് നമുക്ക് കിട്ടി അടുത്ത ലൈറ്റ് നമുക്ക് ഏതിലൂടെ വരയ്ക്കണം ഒപ്റ്റിക് സെൻറ്ററിലൂടെ പോകുന്നത് വേണം അവർ രണ്ടും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലാണ് രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലാണ് അതിൻ്റെ ഫസ്റ്റ് ഇമേജ് ഫോം ചെയ്തത് യെസ് സോ ഫസ്റ്റ് ഇമേജ് ഫോം ചെയ്ത് ആ പോയിന്റ് നമ്മളിങ്ങനെ വരച്ച് വെക്കണം ഇവിടെയാണ് ആദ്യത്തെ ലെൻസ് നമുക്കായി ഇമേജ് തന്നത് ഈ ഡിസ്റ്റൻസ് എന്തല്ല അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് FO അല്ല സോ രണ്ടാമത്തെ ലെൻസ് നമ്മൾ വെക്കും അത് വലുതാണ് ഇതായിരുന്നു ആ ലെൻസ് വലുത് പുറകു ഭാഗം വലുത് അല്ലേ സോ ഈ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം സപ്പോസ് നിങ്ങൾക്ക് എക്സ്ട്രാ നീളമുണ്ടെങ്കിൽ ആ നീളം കട്ട് ചെയ്യുക ഇവിടുന്ന് മായ്ച്ച് കളയുക അതിന് ശേഷം നിങ്ങൾ പുതുതായിട്ട് ലൈറ്റ് റേ തുടങ്ങുക ഈ ലൈറ്റ് റേ പാരലായിട്ട് വന്ന ലൈറ്റ് റേ ഈ ലെൻസിൻ്റെ ഏതിലൂടെ പോകാം അതിൻ്റെ ഫോക്കസിലൂടെ പോകും ഫോക്കസിലൂടെയാണ് പോയത് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഈ ലെൻസ് വെക്കേണ്ടത് എവിടെയാണ് ഇതിന് മാക്സിമം മാഗ്നിഫിക്കേഷനാണ് ആവശ്യം സോ ഇതിൻ്റെ FEയുടെ വളരെ അടുത്തായിട്ടാണ് വെക്കേണ്ടത് ക്ലിയർ ആണോടാ ഇതിൻ്റെ FEയുടെ വളരെ അടുത്തായിട്ടാണ് വെക്കേണ്ടത് സോ നമുക്ക് ആ ഡിസ്റ്റൻസ് കിട്ടി സോ ലൈറ്റ് ഇതിലൂടെ പോകും ഫോക്കസിലൂടെ പോയി ഓക്കെ അടുത്ത ലൈറ്റ് ഇതിലൂടെ പോകും ഒപ്റ്റിക് സെൻറ്റർ വരയ്ക്കുക ഒപ്റ്റിക് സെൻറ്റർ കൂടെ പോയിക്കോട്ടെ അപ്പോൾ ഇവിടെ നിങ്ങൾ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം മായ്ച്ച് കളയുക ഈ ഒബ്ജക്റ്റിൻ്റെ എൻഡിൽ നിന്ന് പുതിയ ലൈറ്റ് തുടങ്ങുന്നതായിട്ട് വരയ്ക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് വേ സോ കഴിഞ്ഞിട്ടില്ല നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം പുറകിലേക്ക് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത സമയത്ത് നമുക്ക് ഇമേജ് ഇതായി രണ്ടും എവിടെയാണ് കൂട്ടിമുട്ടിയെന്ന് കുഴപ്പം നോക്കണ്ട മൈൻഡ് ചെയ്യേണ്ട അവിടെ അങ്ങോട്ട് നീട്ടി വരയ്ക്കുക സോ ഇതാണ് ഇതിൻ്റെ റേ ഡയഗ്രാം കൃത്യമായി പഠിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ലെൻസ് വയ്ക്കുക അതിൻ്റെ ഇമേജ് ഫോർമേഷൻ വരയ്ക്കുക രണ്ടാമത്തെ ലെൻസ് വയ്ക്കുക യെസ് ദിസ് ഈസ് F ക്ലിയർ അല്ലേടാ യെസ് സോ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ കൂടി പഠിക്കേണ്ടതുണ്ട് നോക്കിക്കോളൂ മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു MO × ME കാരണം 2 ലെൻസുകളുള്ളതാണ് ടോട്ടൽ മാഗ്നിഫിക്കേഷൻ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിഫിക്കേഷൻ ആണ് സോ MO എഴുതണമെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു V by എന്നുള്ള ഇക്വേഷൻ ഉണ്ട് സോ VO വീണ്ടും മഷി കഴിഞ്ഞോ
VO ഡിവൈഡഡ് ബൈ UO ആണ്. ഒരു മിനിറ്റ് ഏടാ, ഒരു പെന്ന് വാങ്ങിച്ചിട്ട് വരാം. അതിലെ മഷി കഴിഞ്ഞു. ഒരു പെന്ന് മക്കളെ, പെന്നിലെ മഷി കഴിഞ്ഞുകൊണ്ട് വർത്താനത്തിനിടയ്ക്ക് ചാർജ് ചെയ്യാൻ മറക്കുകയാണ്. ഒരു പെന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ പെന്ന് ചാർജ് ആവും. യെസ്, സോ കുറച്ച് ചാർജ് ചെയ്യണം, നമുക്കത് വെച്ച് എഴുതാം. സോ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ MO × ME ആണ്. MO × ME ആണ്. വെക്കുന്നുണ്ടെങ്കിൽ സമയം കളയാൻ വേറെ പെന്ന് തരാൻ പറയുന്നത്. അത് തരില്ല, വേറെ കോൺട്രിബ്യൂട്ട് ചെയ്ത് തരുള്ളൂ. ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി, ഇല്ലെങ്കിൽ ഞങ്ങൾ ചാർജ് ചെയ്ത് അങ്ങനെ പറഞ്ഞോളാം. ഇതിൻ്റെ ട്യൂബ് ലെങ്ത് എന്താ? യെസ്, ഗുഡ് ക്വസ്റ്റ്യൻ. ട്യൂബ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ട്യൂബ് ലെങ്ത് എന്നുള്ള കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഡോണ്ട് വറി. സോ നോക്കിക്കോളൂ. സോ M is equal to, നമ്മൾ ഇക്വേഷൻ എന്താടാ, V/U ആണ്. ദാറ്റ് ഇസ് VO ഡിവൈഡ് ബൈ UO ഇൻറ്റു ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? ദാറ്റ് ക്യാൻ ആക്ട് ആസ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. സോ അതിൻ്റെത് 1 + D ഡിവൈഡ് ബൈ FE ആയിട്ട് എഴുതാം. ഇനി ഇവിടെ തീർന്നിട്ടില്ല. ഇവിടെ VO എന്ന് പറഞ്ഞാൽ എന്താ, എവിടെയാണ് ഇമേജ് ഉണ്ടായത്, ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. വെരി സോറി, ഇതിൻ്റെ അടുത്താണ് വെക്കേണ്ടത്. ലെൻസിൻ്റെ അടുത്താണ് വെക്കേണ്ടത്. മറക്കണത്. സോ പെൻസിൽ സെറ്റ് ആയിട്ടുണ്ട്. യെസ്, സോ ഒരു കാര്യം ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടാ. ഇത് ഈ ലെൻസിൻ്റെ ഏറ്റവും അടുത്ത് വെക്കുമ്പോഴാണ് മാക്സിമം മാഗ്നിഫിക്കേഷൻ കിട്ടുന്നത്. ഈ ലെൻസിൻ്റെ ഏറ്റവും അടുത്താണ് വെക്കേണ്ടത്. ഓക്കെ, ഇവിടെ എന്താ, ഇതിനോട് ഫോക്കസിനോട് അടുത്ത് വെക്കാൻ കാരണം ഇവിടെ റിയൽ ഇമേജ് ആണ് ഉണ്ടാക്കേണ്ടത്. റിയൽ ഇമേജിൽ മാക്സിമം സൈസ് കിട്ടണമെങ്കിൽ ഫോക്കസിൻ്റെ അടുത്ത് തന്നെ വെക്കണം. ഫോക്കസിൻ്റെ തൊട്ടപ്പുറത്ത് വെച്ചാൽ മതി. ഫോക്കസിൻ്റെ ഇപ്പുറവശത്താണ്, ശ്രദ്ധിക്കണേ മക്കളെ, ഫോക്കസിൻ്റെ തൊട്ടിപ്പുറത്താണ്, വളരെ ചേർന്നിട്ട് ഫോക്കസ്, വളരെ ക്ലോസ് ടു ഫോക്കസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഫോക്കസ് വെച്ചാൽ ഇൻഫിനിറ്റിക്ക് പോകും, നമുക്കറിയാം. ഇപ്പുറത്തേക്ക് വെച്ചാൽ ഇമേജ് ഇപ്പുറത്തേക്ക് പോകും. സോ വെരി ക്ലോസ് ടു ഫോക്കസ് ആണ് വെച്ചിട്ടുള്ളത്. റിയൽ ഇമേജ് ആണ് കിട്ടിയത്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് വെക്കേണ്ടത് ക്ലോസ് ടു ദിസ് ലെൻസ്. അങ്ങനെയാണ്. വെരി സോറി ഫോർ ദാറ്റ്. യെസ്, സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ VO എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ദി മൈക്രോസ്കോപ്പ്. ട്യൂബ് ലെങ്ത് L, ട്യൂബ് ലെങ്ത് ആണ് വരിക. നോക്കിയതാ, ഈ ലെൻസിനോട് ഇതിനോട് ചേർത്താണ് വെക്കേണ്ടത്. സോ ടോട്ടൽ ട്യൂബ് ലെങ്ത് L ആണ്. ദിസ് ഈസ് L. ട്യൂബ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താടാ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലെൻസ്, അതിനാണ് ട്യൂബ് ലെങ്ത്. സോ ഇവിടെ L എന്ന് പറഞ്ഞാൽ അത് VO ആയിട്ടാണ് വരിക. L ഡിവൈഡ് ബൈ UO എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് എവിടെ വെച്ചിരിക്കുന്നത്, ഒബ്ജക്റ്റ് ഈസ് വെരി ക്ലോസ് ടു ദിസ്, അപ്പോൾ അത് FO ആണ്. ഓക്കെ, സോ ഇക്വേഷൻ എങ്ങനെ മാറും, L ഡിവൈഡ് ബൈ FO ഇൻറ്റു 1 + D ഡിവൈഡ് ബൈ FE എന്ന് വരും. സോ അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇത് ഒബ്ജക്റ്റ് അറ്റ് ഇമേജ് അറ്റ് D, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ. അപ്പോൾ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി എന്താ പറയുക, റിലാക്സ്ഡ് വിഷൻ. അങ്ങനെയാണെങ്കിൽ M is equal L ഡിവൈഡ് ബൈ FO ഇൻറ്റു D ഡിവൈഡ് ബൈ FE. L ഡിവൈഡ് ബൈ FO ഇൻറ്റു D ഡിവൈഡ് ബൈ FE. സോ ഇത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. നോക്കിക്കോളൂ മക്കളെ. പൊസിഷൻ്റെ കേസ് ഒന്ന് ശ്രദ്ധിക്കണേ. പൊസിഷൻ്റെ കേസ് ഞാൻ പറഞ്ഞതിൽ ഒരു വ്യത്യാസം കൃത്യമായി ശ്രദ്ധിക്കണം. ഒബ്ജക്റ്റ് വെക്കേണ്ടത് എവിടെയാണ്, ഫസ്റ്റ് ലെൻസിൻ്റെ ഫോക്കസിൻ്റെ തൊട്ടിപ്പുറത്താണ്. അപ്പോഴാണ് നമുക്ക് മാക്സിമം മാഗ്നിഫൈഡ് ആയിട്ടുള്ള റിയൽ ഇമേജ് കിട്ടുക. ഓക്കെ അല്ലേ? രണ്ടാമത് വെക്കേണ്ടത് എവിടെയാണ്, ഇതിനോട് ചേർന്നിട്ടാണ്. അപ്പോഴാണ് നമ്മളിതിൻ്റെ ട്യൂബ് ലെങ്ത്ത് എന്തിന് ഈക്വലായിട്ട് കിട്ടുക, അവിടെ ഇമേജ് കിട്ടിയ ഡിസ്റ്റൻസിനോട് ഈക്വലായിട്ട് കിട്ടുക. സോ ഇവിടെ ട്യൂബ് ലെങ്ത്ത് ഈക്വൽ ടു ഇമേജ് ഡിസ്റ്റൻസ് ആണ്. യെസ്, സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. M = L ഡിവൈഡ് ബൈ FO ഇൻറ്റു D ഡിവൈഡ് ബൈ FE. അത് നമുക്കൊരു കാര്യം മനസ്സിലായി. ഫോർ ബെറ്റർ മാഗ്നിഫിക്കേഷൻ ബോത്ത് FO ആൻഡ് FE ഷുഡ് ബി സ്മോൾ. യെസ്, FO and FE ഷുഡ് ബി സ്മോൾ. ഈ കാര്യം ഓർത്ത് വെക്കണം. സോ ആ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോസ്കോപ്പ് ആണെങ്കിൽ രണ്ടുപേരുടെയും പവർ മാക്സിമം ആയിരിക്കണം. സോ ഇത്രയാണ് മൈക്രോസ്കോപ്പിൻ്റെ കേസ്. അടുത്ത കാര്യം നമുക്ക് പറയുന്നത് ആസ്ട്രോണോമിക്കൽ ടെലസ്കോപ്പ് ആണ് മക്കളെ. അതിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ കേസ് പറയണം. കണ്ടീഷൻ വിത്ത് ലാർജ് മാഗ്നിഫിക്കേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻ. അപ്പോൾ ഇത് പറഞ്ഞ പോലെ FO FEയും ചെറുതായിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്ന കാര്യം നോക്കാം. നമുക്ക് പറയുന്നത് ആസ്ട്രോണോമിക്കൽ ടെലസ്കോപ്പാണ്. സോ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെലസ്കോപ്പിൻ്റെ ഫ്രണ്ട് ലെൻസ്, ഒബ്ജക്റ്റീവ് ലെൻസ് വലുതാണ്. ദാറ്റ് ഈസ് ഓഫ് ലാർജ് അപ്പർച്ചർ ആൻഡ് ലാർജ് ഫോക്കൽ ലെങ്ത്. ഓർത്ത് വെച്ചാൽ മതി, ലാർജ് അപ്പർച്ചർ ആൻഡ് ലാർജ് ഫോക്കൽ ലെങ്ത്. യെസ്, ഫസ്റ്റ് ലെൻസ് വെച്ചു. കൃത്യമായി ശ്രദ്ധിക്കണം. ലൈറ്റ് റേസ് വരുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നാണ്. ലൈറ്റ് റേസ് ഒരുപാട് ഇൻഫിനിറ്റിയിൽ നിന്ന് വരാൻ കഴിയും അല്ലേ? സോ നമ്മൾ കാണിച്ചിരുന്നു ഫസ്റ്റ് ലൈറ്റ് റേ മാത്രം ഈ ലൈറ്റ് റേ മാത്രം വെച്ചു. ഇതിൻ്റെ സെൻറ്ററിന്ന് ബെൻഡ് ചെയ്തിട്ട് ഇമേജ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അത്
കൂട്ടിമുട്ടുന്നത് ഇതിൻ്റെ ഫോക്കസിലാണ്. ഇതാണ് ഫസ്റ്റ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് FO, അതാണ്. ഓക്കെ, സെക്കൻഡ് ലൈറ്റ് റേ വന്നു, അത് ഒപ്റ്റിക് സെൻറ്ററിലൂടെയാണ് വരുന്നത്. ഇറ്റ് വിൽ ഗോ അൺഡീവിയേറ്റഡ്, അതിന് ഡീവിയേഷൻ ഒന്നുമില്ലാതെ വരും. സോ ഡീവിയേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ലൈറ്ററിനെ ബെന്നി നമ്മളൊന്ന് കൂട്ടാം. യെസ്, ഇതാണ് സംഭവിച്ചത് മക്കളെ. ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഈ ലൈറ്ററേക്ക് വിത്തൗട്ട് ഡീവിയേഷൻ ആണ് വരുന്നത്, ശ്രദ്ധിക്കണം. യെസ്, ഇതാണ് വിത്തൗട്ട് ഡീവിയേഷൻ വരുന്നത്. ഇവിടെ വന്നാൽ ലൈറ്ററേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ബെൻഡിങ് സംഭവിക്കുന്നുണ്ട്. ഈ പോയിൻ്റാണ് അതിൻ്റെ ഫോക്കസ്. നമുക്കറിയാം പാരലായിട്ട് വന്നാൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഫോക്കസിലേക്ക് വരയ്ക്കുക. അപ്പോൾ ലൈറ്ററെ ചെരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു ലൈറ്ററെ മാത്രം ചെരിച്ച് വരയ്ക്കണം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ അടുത്ത ലൈറ്ററെ മീറ്റ് ചെയ്യണം. ഈ പോയിൻ്റ് അല്ലേ ഫോക്കസ്, ആ കാര്യം ശ്രദ്ധിക്കുക. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇമേജ് കിട്ടി, ഇൻവെർട്ടഡ് ആയിട്ടുള്ള മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ രണ്ടാമത്തെ ലെൻസ് വെക്കണം, അതിൻ്റെ സൈസിനെ കുറിച്ച് നോക്കണം. രണ്ടാമത്തെ ലെൻസിൻ്റെ സൈസ് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ലൈക്ക് ദിസ്. അതെന്താ? ഒരു ചെറിയ ലെൻസാണ്. ദാറ്റ് ഈസ് ഓഫ് ഷോർട്ട് ഫോക്കൽ ലെങ്ത് അല്ലേ, ഷോർട്ട് ഫോക്കൽ ലെങ്ത്. സോ അതിൻ്റെ ഒബ്ജക്റ്റ് എവിടെയാണ് വെക്കേണ്ടത്? ഉത്ര വലിപ്പം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വലിപ്പം വെക്കണം. സോ ഇങ്ങനെയാണ് വെച്ചത്. യെസ്, സോ അടുത്തത് എന്ത് വരുന്നോടാ? ഇവിടെ നിങ്ങൾ പാരലായിട്ട് വരയ്ക്കുക. ലൈറ്റ് റേസ് ഇതാ പാരലായിട്ട് വരുന്നതായിട്ട് വരയ്ക്കുക. പാരലായിട്ട് വന്നാൽ ഇതിൻ്റെ ഫോക്കസിലൂടെ പോകും. അടുത്ത ലൈറ്റ് റേ ഇതിലൂടെ വരയ്ക്കുക. അടുത്ത ലൈറ്റ് ഒപ്റ്റിക് സെൻറ്ററിലൂടെ വരയ്ക്കുക. ഇങ്ങനെ പോകും. സോ എന്ത് സംഭവിക്കും അതിന്? നമ്മളതിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. സോ എക്സ്റ്റെൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ ലൈറ്റ് റേസ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഫൈനൽ ഇമേജ് ഫോം ചെയ്യും. ഓക്കെ, സോ ഇവിടെ നോക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് ഈസ് FE. ഇവിടെ L is equal to FO plus FE ആണ്. രണ്ട് കാര്യം കൂടി നമ്മൾ മാർക്ക് ചെയ്യലുണ്ട്. അത് ഇതാണ്, ഒന്ന് ആൽഫയും മറ്റത് ബീറ്റയുമാണ്. ഈ ആംഗിളാണ് ആൽഫ, ഈ ആംഗിളാണ് ബീറ്റ. ഇത് H എന്ന് വിളിക്കാം കേട്ടോ, Hനെ നമുക്ക് H എന്ന് വിളിക്കാം. സോ ലിമിറ്റേഷൻ്റെ മുന്നേ നമുക്ക് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പറയേണ്ടതുണ്ട്. മാഗ്നിഫിക്കേഷൻ എന്താ? M is equal to ബീറ്റ ഡിവൈഡ് ബൈ ആൽഫ എന്നാണ്. ആണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഫിഗർ നോക്കിയിട്ട് പറയടാ. H ഡിവൈഡ് ബൈ FO ആണ്. ബീറ്റ is equal H ഡിവൈഡ് ബൈ FO ആണ്. കറക്റ്റ് അല്ലേ? സോ ഇത് FE അല്ലേ? അയ്യോ, FE ആ ഡിസ്റ്റൻസ് FO അല്ലേ? ബീറ്റ is equal to പുറകുന്ന വരാം. M is equal to FO ഡിവൈഡഡ് ബൈ FE ആണ് ഇക്വേഷൻ, നമുക്ക് ഫൈനലി അറിയാം. സോ M is equal to ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ ആണ്. സോ ബീറ്റയ്ക്ക് എന്താ ഇക്വേഷൻ വരിക? തിരിഞ്ഞല്ലേ വരുന്നത്, മുകളിലേക്ക് വരണ്ടേ. ബീറ്റ is equal to H ഡിവൈഡ് ബൈ FE, ആൽഫ is equal to H ഡിവൈഡ് ബൈ FO. അപ്പോൾ കറക്റ്റായി. ബീറ്റ ഡിവൈഡ് ബൈ ആൽഫ വെച്ചാൽ മുകളിലേക്ക് കയറി വരും. യെസ്. സോ ബീറ്റ is equal to H ഡിവൈഡ് ബൈ FE ആണ്. ആൽഫ is equal to H ഡിവൈഡ് ബൈ FO ആണ്. കറക്റ്റാണ്, ചിത്രത്തിൽ നോക്കിയാലും കറക്റ്റാണ്. സോ ഈ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഇത് ടാൻ ബീറ്റയിലാണ് നമ്മൾ എടുക്കണം. സോ ഇത് FE ആണ്, ഇത് FO, ഇത് ഒബ്ജക്റ്റീവ് ആണ്, ഇത് ഐപീസ് ആണ്. കറക്റ്റ് അല്ലേടാ? യെസ്, ബീറ്റ is equal to H ഡിവൈഡ് ബൈ FE, ആൽഫ is equal to H ഡിവൈഡ് ബൈ FO. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് മാഗ്നിഫിക്കേഷൻ M is equal to H ഡിവൈഡ് ബൈ FE ഇൻറ്റു FO divided by H. So that is magnification equal to FO divided by FE. ഫൈനൽ ഇക്വേഷൻ ഈ കൺഫ്യൂഷൻ വേണ്ട. FO FE മാറിപ്പോയി കൺഫ്യൂഷൻ വേണ്ട. ഫൈനൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. മാഗ്നിഫിക്കേഷൻ്റെ കാര്യം ഇത്രയും. സോ ദിസ് ഈസ് ഇറ്റ്. ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് അബൌട്ട് മാഗ്നിഫിക്കേഷൻ ആൻഡ് ദ ഫൈനൽ ടോപ്പിക് ലിമിറ്റേഷൻസ് ഓഫ് റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പ്. റിഫ്രാക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, റിഫ്ലക്ഷൻ ടൈപ്പ് എടുക്കുന്നത്. എന്താണത്? അതിൻ്റെ ലാർജ് സൈസാണ്. ഒന്നാമത് ക്രൊമാറ്റിക് അബറേഷൻ ആയതുണ്ട്. ക്രൊമാറ്റിക് അബറേഷൻ
അതായത് ലൈറ്റ് നമ്മളെ കിട്ടുന്ന ഇമേജിൻ്റെ ചുറ്റും കളേർഡ് ആയിട്ടുള്ള പാറ്റേൺ കാണും. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സപ്പോർട്ട് അറ്റ് ദി റിംസ്, പിന്നെ അത് ഉണ്ടാക്കാനും പ്രയാസമാണ്. സോ ആ ലിമിറ്റേഷൻ മറികടക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ടെലസ്കോപ്പാണ് ഏതാണത്? അത് റിഫ്ലക്ഷൻ ടൈപ്പ് ടെലസ്കോപ്പ്. യെസ്. സോ എടാ മക്കളെ, നമ്മൾ സമയമില്ലാതെ അതിൻ്റെ ഓട്ടം ഓടുകയാണ്. അതിൻ്റെ ചെറിയൊരു കൺഫ്യൂഷൻ ടെൻഷനും ഞാനും ഓരോന്ന് പറയുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ അഥവാ തെറ്റിപ്പോണെങ്കിൽ ഞാൻ കറക്റ്റാക്കി പറയുന്നുണ്ട്. നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. സോ ഇവിടെ തന്നെ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. HOH ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റാക്കി ചെയ്തിട്ടുണ്ട്. സോ ക്രോമാറ്റിക് അബ്രേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ഡിഫിക്കൽട്ടി ടു സപ്പോർട്ട് അറ്റ് എഡ്ജസ്. അല്ലേ, എഡ്ജസിൽ ലെൻസ് ആകുമ്പോൾ അതിൻ്റെ സൈഡിൽ മാത്രം പിടിപ്പിക്കണ്ടേ, അതിന് ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഇതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ. സോ അത് മറികടക്കാൻ നമ്മൾ റിഫ്ലക്ഷൻ ടൈപ്പ് ടെലസ്കോപ്പ് കൊണ്ടുവന്നു. റിഫ്ലക്ഷൻ ടൈപ്പ് ടെലസ്കോപ്പ് ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഒരു കോൺകേവ് റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് വേണ്ടത്. അത് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ, ലൈറ്റ് വെയിറ്റ് ആയിട്ട് മെറ്റീരിയൽ നല്ലോണം സ്മൂത്തൻ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ പുറകിൽ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. സോ ലൈറ്റ് റേസ് പാരലായിട്ട് വരുന്നു. പാരലായിട്ട് വന്ന ലൈറ്റ് റേക്ക് സംഭവിക്കും? ദേ വിൽ കൺവേർജ് ടു എ പോയിന്റ്. അല്ലേ, അവിടെ ഇവർക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റിൽ നമ്മളൊരു കാര്യം കൊണ്ടുവയ്ക്കും. ഏതാ കൊണ്ടുവയ്ക്കുക? ഒരു കോൺവെക്സ് ലെൻസ് കൊണ്ടുവയ്ക്കും. ഒരു കോൺവെക്സ് ലെൻസ് നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കും മക്കളെ. ഒരു കോൺവെക്സ് ലെൻസ് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ആ ലൈറ്റ് റേസിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺവെക്സ് ലെൻസ് അവിടെ കൊണ്ടുവച്ചാൽ ഈ ലൈറ്റ് റേസിനെ നമുക്ക് പാരലാക്കിയിട്ട് ഇതാ ഇങ്ങോട്ട് വിടാം. ഈ പോകുന്ന വഴിയിൽ നമ്മളിവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ നമ്മൾ ഐപീസിൻ്റെ സെറ്റപ്പ് കൊണ്ടുവയ്ക്കും. സോ ലൈറ്റ് റേസ് ഇവിടേക്ക് എത്തും, കാര്യം പോസിബിളാവും. സോ ഇതാണ് റിഫ്ലക്ഷൻ ടൈപ്പ് ടെലസ്കോപ്പിൻ്റെ ഡയഗ്രാം വരുന്നത്. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഈ 3 ഡയഗ്രാംസും വരയ്ക്കാൻ പഠിക്കണം. വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കിയിട്ട് നമ്മൾ എന്തൊക്കെ പാത്താണ് ഫോളോ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. സോ ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. ഈ കാര്യങ്ങൾ കൃത്യമായി പഠിക്കണം. പ്രോബ്ലം ചെയ്യാൻ ഞാൻ പോണില്ല മക്കളെ ഇനി. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് 11 മണിക്കൂറും 40 മിനിറ്റൊക്കെ ഉള്ള ഒരു ലെങ്തി സെക്ഷൻ ആയിരുന്നു. സോ ഇതോടുകൂടി ഈ വർഷം സൈലം നിങ്ങൾക്ക് +2 ബോർഡ് എക്സാമിന് തരുന്ന എല്ലാ കാര്യങ്ങളും ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. നാളെ എക്സാം ആണ്. സോ ഉറക്കം കളയരുതാരും, നന്നായിട്ട് ഉറങ്ങണം. ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് വേണം. ഉറങ്ങിയില്ലെങ്കിൽ നാളെ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഉറക്കമായിരിക്കും. സോ കാര്യങ്ങൾ മുഴുവനായിട്ട് പഠിക്കുക. നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ നേരത്തെ ജസീൽ സാർ പറഞ്ഞ പോലെ തന്നെ എക്സാം ടഫ് ആവില്ല. ടെക്സ്റ്റ് ആവില്ല, കാരണം നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എക്സാം ടഫ് ആണെങ്കിൽ തന്നെ മുകളിലേക്ക് നോക്കി അന്തം വിട്ടിരിക്കരുത്. അറിയുന്ന കാര്യങ്ങൾ മുഴുവൻ എഴുതി വെക്കുക. സോ നിങ്ങൾക്ക് സാധിക്കും ഇത്രയും കാര്യം. നമ്മളിപ്പം ഇന്ന് എഴുതാം 11 മണിക്കൂറും സംതിങ്, അറൗണ്ട് 12 മണിക്കൂർ അല്ലേ. ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു മാർക്ക് കിട്ടും. നമ്മളെ ലക്ഷ്യം അതല്ല, 100% അല്ലെങ്കിൽ 95% എങ്ങനെയായാലും നമ്മൾ വാങ്ങിക്കുന്നുള്ളതാണ്. സോ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാസ്റ്റ് 5 days, അതിൻ്റെ മുന്നത്തെ ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ്, കംപ്ലീറ്റ് PYQ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, MCQ എല്ലാ കാര്യങ്ങളും നമ്മൾ പക്കയാക്കിയിട്ടുണ്ട്. സോ നിങ്ങളെല്ലാ കാര്യങ്ങളും സെറ്റാക്കി നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് and see you. Thank you. തീർച്ചയായും all the very best guys. Thank you very much. See you. സോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോയിക്കോളൂ. നമുക്ക് മാക്സിമം ലൈക്ക് ആയാലും സന്തോഷമല്ലേ ഇടാം. ആൻഡ് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം യു ക്യാൻ കമന്റ് ദാറ്റ് ഡൗൺ.